വല്ല ചാറ്റ് ജിപിടി മുതൽ എല്ലാ സ്ഥലത്തും ചെയ്യാറുണ്ടോ. ഇപ്പൊ വോർ വല്ല ഡിഫിക്സ് എവിടെ എല്ലാ സ്ഥലത്തും ചെയ്യാറുണ്ട്. ലാൻഡ് പൂളിംഗ് എന്ന് പറയുന്നത് ഇതൊരു വളണ്ടറി സ്കീമാണ്. അപ്പോൾ നമ്മൾ ഒരു ഏരിയയിൽ ലാൻഡ് പൂളിംഗ് നടപ്പാക്കുന്നുണ്ടെങ്കിൽ ആ ഏരിയയിലത്തെ 75% ലാൻഡ് ഓണേഴ്സും ഇതിന് കൺസെന്റ് ചെയ്യണം. അല്ല, ഞാൻ ചോദിക്കുന്നത് രേഖാമൂലം അത്തരത്തിലൊരു ഉറപ്പ് അവർക്ക് കൊടുക്കുവോ? ഒരാളുടെ ഫെയിലിയർ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അയാളുടെ സ്ട്രെങ്ത് സ്വയം മനസ്സിലാക്കുക എന്ന് പറയാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സാറിന്റെ ഒരു ഫെയിലിയർ എന്തായിരുന്നു എന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. നമ്മൾ എത്ര പോസിറ്റീവ് ആണെങ്കിൽ തന്നെയും പ്രതിസന്ധികൾ ഉണ്ടാവുന്ന ഒരു കോർണറിൽ നമുക്കൊരു ഒരു ധാരണ വേണം. എന്നാൽ മാത്രമേ അത് വരുമ്പോൾ നേരിടാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. MyFin Mega Talk with Fiji Thomas. Sunday 9 a.m. and 6:30 p.m. Watch on YouTube Sunday 8 p.m. This program sponsored by Supra Pacific Financial Services Limited, a BSE listed NBFC. This program co-sponsored by JMJ Fintech, NBFC listed at BSE. In association with Shalom Mattress, everlasting comfort and durability. The budget beyond digits. ഗുഡ് മോർണിംഗ്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള രാജ്യത്തിന്റെ ദിശ നിർണയിക്കുന്ന ദിവസമാണ് ഇന്ന്. നിർമ്മല സീതാരാമന്റെ 9ാം ബജറ്റിൽ എന്തൊക്കെ പ്രതീക്ഷിക്കണം? യുദ്ധത്തിന്റെയും തീരുവ സമ്മർദ്ദങ്ങളുടെയും നാളുകളിൽ സമാന്തര നീക്കങ്ങൾ എന്തൊക്കെയാകും? സാധാരണക്കാരൻ, ഇടത്തരക്കാരൻ, മധ്യവർഗം, കോർപ്പറേറ്റുകൾ ഇവരുടെയൊക്കെ നെഞ്ചിടിക്കുന്ന മണിക്കൂറുകൾ. അതോടൊപ്പം ഈ ബഡ്ജറ്റ് ഇന്ത്യൻ മാർക്കറ്റിനെ എങ്ങനെ സ്വാധീനിക്കാം, അതും ഏത് സെക്ടറിൽ, ഏത് സ്റ്റോക്കിൽ, കൃത്യമായ വിലയിരുത്തലുകളുമായി സാമ്പത്തിക വിദഗ്ധരും ക്യാപിറ്റൽ മാർക്കറ്റ് എക്സ്പേർട്സും നമ്മുടെ തന്നെ റിസർച്ച് ടീമും എല്ലാവരും റെഡിയാണ്. സ്റ്റേ ട്യൂൺ വിത്ത് MyFin TV. വെൽക്കം ടു ബിഗ് ബി ബിഗ് ബഡ്ജറ്റ്. Budget beyond digits. സ്വതന്ത്ര ഇന്ത്യയിലെ 88ാമത്തെ യൂണിയൻ ബഡ്ജറ്റാണിത്. 3ാം മോദി സർക്കാരിന്റെ 3ാം സമ്പൂർണ്ണ ബഡ്ജറ്റ്. ഏറെ പ്രത്യേകതകളുണ്ട് ഇത്തവണത്തെ ബഡ്ജറ്റിന്. നിർമ്മല സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത്തെ ബഡ്ജറ്റ്. ആദ്യമായാണ് ഒരു ഞായറാഴ്ച ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിക്കുന്ന ഇന്ത്യൻ വനിതാ ധനമന്ത്രി, ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനമന്ത്രി, ബഡ്ജറ്റ് അവതരിപ്പിച്ച 2ാമത്തെ വനിത എന്ന ഖ്യാതികളൊക്കെയും നിർമ്മല സീതാരാമന് മാത്രം സ്വന്തമാണ്. നിർമ്മല സീതാരാമന്റെ 2021 ബജറ്റ് പ്രസംഗം നീണ്ടത് 2 മണിക്കൂർ 40 മിനിറ്റാണ്. ഇത് തന്നെയാണ് ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗവും. കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായ പേപ്പർലെസ് ബജറ്റും അതായിരുന്നു. ഈ ബജറ്റ് അവതരണം ഇന്ന് ഒരു ദിവസം മാത്രത്തെ ഉള്ള പരിപാടിയല്ല. അതിന് പിന്നിൽ മാസങ്ങൾ നീണ്ടുനിന്ന ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. കൂടാതെ ഈ ബജറ്റ് അവതരണത്തോടനുബന്ധിച്ച് നിരവധി രസകരമായ ട്രഡീഷൻസും സെറമണീസും ഒക്കെയുണ്ട്. ഇങ്ങനെ ബജറ്റിന്റെ ചില രസകരമായ കാര്യങ്ങളും ചരിത്രപരമായ പ്രാധാന്യങ്ങളും എല്ലാം നമുക്ക് കണ്ടുവരാം. അനില AS തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 88ാമത്തെ യൂണിയൻ ബജറ്റും ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റുമാണ് 2026 ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്നത്. ഇത്തവണത്തെ ബജറ്റിന് പ്രത്യേകതകൾ ഏറെയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അതിൽ ആദ്യത്തേത്. അതിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിക്കുന്ന ഇന്ത്യൻ വനിതാ ധനമന്ത്രി, ഒപ്പം ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനമന്ത്രി,
ബജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിത എന്നീ ഖ്യാതികളൊക്കെയും നിർമ്മല സീതാരാമന് സ്വന്തം. ബജറ്റ് ചരിത്രം പരിശോധിക്കുമ്പോൾ നിരവധി രസകരമായ വസ്തുതകളുണ്ട്. അവയിൽ ചിലത് നോക്കിയാലോ. ഇന്ത്യയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്നറിയാമോ? 1860 സ്കോട്ടിഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജെയിംസ് വിൽസൺ ആണ് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. ദ ഇക്കണോമിസ്റ്റ് എന്ന മാഗസിന്റെ സ്ഥാപകനും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന സംശയം ഇല്ലേ? 1947 നവംബർ 26 RK ഷൺമുഖം ഷെട്ടിയാണ് ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിതയായ നിർമ്മല സീതാരാമന്റെ 2021 ബജറ്റ് പ്രസംഗം 2 മണിക്കൂറും 40 മിനിറ്റുമാണ് നീണ്ടുനിന്നത്. ഇത് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗമായിരുന്നു. കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായ പേപ്പർലെസ് ബജറ്റും അതായിരുന്നു. ആ റെക്കോർഡും അങ്ങനെ നിർമ്മല സീതാരാമൻ സ്വന്തമാക്കി. പക്ഷേ ആദ്യമായി അവതരിപ്പിച്ച വനിത 1970-71 ബജറ്റ് അവതരിപ്പിച്ച ഇന്ദിരാഗാന്ധിയാണ്. 10 ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയാണ് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി. ധീരുഭായ് പട്ടേലിന്റെ 1977 ഇടക്കാല ബജറ്റ് പ്രസംഗമായിരുന്നു ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് പ്രസംഗം. വെറും 800 വാക്കുകൾ മാത്രമായിരുന്നു ആ പ്രസംഗത്തിലുണ്ടായിരുന്നത്. ഇന്ത്യയിൽ ഇതുവരെ അവതരിപ്പിച്ച പല ബജറ്റുകൾക്കും ചില രസകരമായ വിളിപ്പേരുകൾ കൂടിയുണ്ട്. ഇന്ത്യയിലെ ഒരു ബജറ്റിനെ ബ്ലാക്ക് ബജറ്റ് എന്ന് വിളിക്കാറുണ്ട്. 1973-74 ബജറ്റിനെയാണ് ബ്ലാക്ക് ബജറ്റ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ ഇതുവരെ അവതരിപ്പിച്ചതിൽ ഏറ്റവും വലിയ ഡെഫിസിറ്റ് ബജറ്റ് ആയിരുന്നു അത്. 1971 ബംഗ്ലാദേശിന്റെ വിമോചനത്തിനായി നടന്ന ഇന്ത്യ പാക് യുദ്ധം മൂലമുണ്ടായ 550 കോടി രൂപയുടെ അധിക ചെലവായിരുന്നു ബജറ്റ് കമ്മി ക്രമാതീതമായി ഉയർന്നതിന് പിന്നിലെ കാരണം. പുത്തൻ സാമ്പത്തിക നയങ്ങൾ പ്രഖ്യാപിച്ച 1991 മൻമോഹൻ സിംഗിന്റെ ബജറ്റിനെ വിശേഷിപ്പിച്ചത് എപ്പോക്കൽ ബജറ്റ് എന്നാണ്. അപ്രതീക്ഷിതമായ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ച പി ചിദംബരത്തിന്റെ 1997-98 ബജറ്റ് ഡ്രീം ബജറ്റ് എന്ന വിളിപ്പേരും നേടി. നമ്മൾ കാണുന്ന ബജറ്റ് അവതരണം ഒരു ദിവസത്തെ പരിപാടിയാണെങ്കിലും അതിനു പിന്നിൽ മാസങ്ങൾ നീണ്ടുനിന്ന ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. ഒപ്പം ബജറ്റ് അവതരണത്തോടനുബന്ധിച്ച് നിരവധി കൗതുകകരമായ ട്രഡീഷൻസും സെറിമണീസും നിലവിലുണ്ട്. ബജറ്റിന്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ ബജറ്റ് പ്രിന്റിംഗിൽ നേരിട്ട് ഉൾപ്പെട്ടിരിക്കുന്നവരെ കേന്ദ്ര ബജറ്റിന് മുമ്പുള്ള 10 ദിവസത്തേക്ക് നോർത്ത് ബ്ലോക്കിലെ ഒരു ബേസ്മെന്റിലേക്ക് മാറ്റുന്നു. ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിക്കുന്നത് വരെ അവർ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. 1950 ബജറ്റ് ചോർന്നതിനെ തുടർന്നാണ് ഇന്നത്തെ പോലെ കർശന സുരക്ഷാ നടപടികളിലേക്കും ലോക്കിൻ നടപടിക്രമങ്ങളിലേക്കും കേന്ദ്ര സർക്കാർ നീങ്ങിയത്. ധനമന്ത്രിക്ക് പോലും ഒരു പകർപ്പ് കൈവശം സൂക്ഷിക്കാൻ കഴിയില്ല. തുടർന്ന് ധനമന്ത്രി, ധനകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ, ബജറ്റിൽ ഉൾപ്പെട്ട ജീവനക്കാർ എന്നിവർ ഹൽവ സെറിമണിയിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ പാരമ്പര്യമനുസരിച്ച് ഏതൊരു ശുഭകരമായ അവസരത്തിന്റെയും തുടക്കം ഒരു സ്വീറ്റിൽ നിന്നാകണം എന്ന വിശ്വാസത്തിൽ ഹൽവ ഒരു വലിയ പാത്രത്തിൽ ഉണ്ടാക്കി ബജറ്റ് തയ്യാറെടുപ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ധനമന്ത്രി നേരിട്ട് വിളമ്പുന്നു. 2019 കോവിഡ് കാരണം പതിറ്റാണ്ടുകളായി തുടർന്ന ഈ പാരമ്പര്യം ലംഘിക്കപ്പെട്ടുവെന്നും പകരം എല്ലാ ഉദ്യോഗസ്ഥരെയും രഹസ്യമായി നോർത്ത് ബ്ലോക്കിലേക്ക് മാറ്റിയതിനു ശേഷം സ്വീറ്റ് ബോക്സുകളായിരുന്നു വിതരണം ചെയ്തതെന്നും കൗതുകകരമായി. ബജറ്റ് അവതരണ സമയത്തിലും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബജറ്റ് അവതരണ സമയം 1999 വൈകുന്നേരം 5 മണിയിൽ നിന്നും രാവിലെ 11 മണിയിലേക്ക് മാറ്റിയത്. അതുവരെയും ബ്രിട്ടീഷ് പാർലമെന്റ് സമയത്തിന് മാച്ച് ചെയ്യുന്ന രീതിയിലായിരുന്നു ബജറ്റിന്റെ അവതരണം. 2017 വരെയും ഫെബ്രുവരി 28 ബജറ്റ് അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ 2017 മുതൽ പാർലമെന്റ് അംഗീകാരം നേടുന്നതിനും ഡീറ്റെയിൽഡ് ആയ ഡിസ്കഷൻസ് നടത്തുന്നതിനുമായി ഫെബ്രുവരി 1 ബജറ്റിന്റെ അവതരണം മാറ്റി. മാത്രമല്ല 2017 കേന്ദ്ര ബജറ്റുമായി ലയിക്കുന്നത് വരെ ഇന്ത്യക്കൊരു പ്രത്യേക റെയിൽവേ ബജറ്റും ഉണ്ടായിരുന്നു. 92 വർഷമാണ് റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത്. ചുരുക്കത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ബജറ്റ് പ്രിപ്പറേഷൻ മുതൽ അവതരണം വരെ ഒരുപാട് രസകരമായ വസ്തുതകൾ കൂടിച്ചേർന്നതാണ് എന്ന് തന്നെ പറയാം. ഇനി മുൻ വർഷത്തെ ബജറ്റ് നോക്കിയാൽ സാധാരണക്കാർക്ക് വലിയ ആശ്വാസം സമ്മാനിച്ചാണ് നിർമ്മല സീതാരാമൻ അന്ന് ബജറ്റ് അവതരിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കി എന്നത്.
ഇതിലൂടെ ഇടത്തരം വരുമാനമുള്ള മിഡിൽ ക്ലാസ് ഫാമിലികൾക്ക് വലിയൊരു സാമ്പത്തിക നേട്ടം ഉറപ്പാക്കാനും അന്ന് നിർമ്മല സീതാരാമന് സാധിച്ചു. കഴിഞ്ഞ തവണ ഇൻകം ടാക്സിൽ ഇങ്ങനെ വലിയൊരു റിലാക്സേഷൻ നൽകിയതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടായേക്കില്ല എന്ന നിരീക്ഷണങ്ങളുമുണ്ട്. കഴിഞ്ഞ 10 വർഷമായി തൊട്ടിട്ടില്ലാത്ത ഹോം ലോൺ ഇൻട്രസ്റ്റിൽ ആദായ നികുതി ഇളവുണ്ടായേക്കുമോ എന്ന ആകാംക്ഷയുമുണ്ട്. ഇനി രാജ്യത്തെ രാഷ്ട്രീയ ചിത്രം നോക്കിയാൽ കേരളമടക്കം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങൾക്കായി ഒരു ബീഹാർ മോഡൽ പ്രഖ്യാപനം ഉണ്ടാവുമോ എന്ന ആകാംക്ഷയുമുണ്ട്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് നടന്ന ബീഹാറിനായി വമ്പൻ പ്രഖ്യാപനങ്ങൾ അന്ന് ബജറ്റിലുണ്ടായിരുന്നു. അതേ രീതി തുടർന്നാൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ നേട്ടമാകും. എന്തായാലും കണ്ടു തന്നെ അറിയണം നിർമ്മല സീതാരാമന്റെ ആ മാജിക് പെട്ടിക്കുള്ളിൽ എന്താണ് ഉള്ളത് എന്ന്. ഇനി എങ്ങനെയാണ് ഒരു ബജറ്റിൽ ഓരോ സാധാരണക്കാരന്റെയും ശബ്ദം, നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം എത്തുന്നത് എന്ന് നോക്കിയാലോ? നിഖിൽ കളത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ബജറ്റ് പ്രസംഗങ്ങൾ നമ്മൾ പല തവണ കേട്ട് കാണും. എന്നാൽ ഈ ബജറ്റിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉൾപ്പെടുത്തുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീളുന്ന കർഷകൻ മുതൽ സംരംഭകൻ വരെയുള്ള 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങൾ, വ്യത്യസ്ത പ്രതീക്ഷകൾ. ഇത്രയും വൈവിധ്യമാർന്ന രാജ്യത്തിന്റെ ബജറ്റ് ഒരാളുടെ മാത്രം സൃഷ്ടിയല്ല, എല്ലാവരുടെയും പങ്കാളിത്തത്തോടെയാണ് ഇത് രൂപപ്പെടുത്തുന്നത്. ധനമന്ത്രാലയത്തിന് കീഴിലെ സാമ്പത്തിക കാര്യ വകുപ്പിലെ ബജറ്റ് ഡിവിഷനാണ് ഈ മഹാപ്രക്രിയയുടെ സാരഥി. സെപ്റ്റംബർ മുതൽ തുടങ്ങുന്ന പ്രക്രിയയിൽ എല്ലാ മന്ത്രാലയങ്ങളോടും സംസ്ഥാനങ്ങളോടും വരവ് ചിലവ് കണക്കുകൾ ആവശ്യപ്പെടുന്നു. ബജറ്റ് ഡിവിഷൻ മാത്രമല്ല, എക്സ്പെൻഡിച്ചർ ഡിപ്പാർട്ട്മെന്റ് പദ്ധതികളുടെ ചിലവിനെ പറ്റിയുള്ള കണക്കുകൾ നൽകുന്നു. റവന്യൂ വകുപ്പ് നികുതി വരുമാനം കണക്കാക്കുന്നു. എല്ലാ യൂണിയൻ മന്ത്രാലയങ്ങളോടും അവരുടെ ആവശ്യങ്ങൾ വിശദമായി സമർപ്പിക്കുന്നു. നീതി ആയോഗ് വികസന ലക്ഷ്യങ്ങളും സഹകരണ ഫെഡറലിസത്തിനായുള്ള നയനിർദ്ദേശങ്ങളും നൽകുന്നു. ഒന്നിലധികം റൗണ്ട് ചർച്ചകളിലൂടെ ഓരോ മേഖലയുടെയും യഥാർത്ഥ സാഹചര്യങ്ങളും മുൻഗണനകളും വിലയിരുത്തപ്പെടുന്നു. ഇങ്ങനെ ഒരു ഇന്റേണൽ ടീം വർക്ക് തന്നെ ഇതിന്റെ പിന്നിലുണ്ട്. എന്നാൽ നിങ്ങളുടെ ശബ്ദം ഈ ബജറ്റിൽ എങ്ങനെ എത്തുന്നു? ഇവിടെയാണ് ഇന്ത്യൻ ബജറ്റിന്റെ മാജിക് പ്രവർത്തിക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിന് മുമ്പായി വൈവിധ്യമാർന്ന ഗ്രൂപ്പുകളുമായി പ്രത്യേക കൂടിക്കാഴ്ചകൾ നടത്തുന്നു. തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും കേരളത്തിലെയും കർഷകൻ സബ്സിഡിയെക്കുറിച്ചും FPO പിന്തുണയെക്കുറിച്ചും സംസാരിക്കുന്നു. ഗുജറാത്തിലെ MSME ഉടമ എളുപ്പമുള്ള ബിസിനസ് നയങ്ങളും വായ്പാ സൗകര്യങ്ങളും ആവശ്യപ്പെടുന്നു. ക്യാപിറ്റൽ മാർക്കറ്റ് വിദഗ്ധർ നികുതി പരിഷ്കാരങ്ങളും സാമ്പത്തിക ട്രെൻഡുകളും വിശദീകരിക്കുന്നു. സാമ്പത്തിക ശാസ്ത്രജ്ഞർ, വ്യവസായ സംഘടനകൾ, വിദേശ നിക്ഷേപകർ എല്ലാവരും അവരുടെ മേഖലയുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും പങ്കുവയ്ക്കുന്നു. എല്ലാ ഇൻപുട്ടുകളും ശേഖരിച്ച ധനമന്ത്രി ബജറ്റിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് നിരീക്ഷിക്കുന്നു, ഉറപ്പുവരുത്തുന്നു. ഹൽവ ചടങ്ങോടെ ബജറ്റ് ലോക്ക് ഇൻ പ്രക്രിയയും നടപ്പിലാകുന്നു. അതുകൊണ്ട് തന്നെ ഈ തവണ ബജറ്റ് കാണുമ്പോൾ ഓർക്കുക, അതിൽ നിങ്ങളുടെ പ്രതീക്ഷയുമുണ്ട്. കേരളത്തിലെ റബ്ബർ കർഷകനും ഡൽഹിയിലെ സ്റ്റാർട്ടപ്പ് സ്ഥാപകനും ഒരുപോലെ പ്രാതിനിധ്യം തരുന്ന ഒന്നാണ് ഇന്ത്യയുടെ ബജറ്റ്. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ശക്തി. നമുക്കിനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഒരു ഡൈനാമിക് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്ന സെക്ടേഴ്സ് ഡിഫൻസ്, ക്ലീൻ എനർജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറൊക്കെയാണ്. ബജറ്റിൽ റോഡ്, റെയിൽവേ, അർബൻ ഡെവലപ്മെന്റ് സെക്ടേഴ്സിൽ തീർച്ചയായും ഒരു മേജർ ഫോക്കസ് ഉണ്ടാകും. കൂടാതെ ക്യാപിറ്റൽ സ്പെൻഡിങ് ഏകദേശം 10 മുതൽ 15% വരെ ഗ്രോത്ത് രേഖപ്പെടുത്തി 16 മുതൽ 12.5 ലക്ഷം കോടി റേഞ്ചിലേക്ക് എത്തുമെന്നാണ് മാർക്കറ്റിന്റെ ഒരു എക്സ്പെക്ടേഷൻ. ഇങ്ങനെ ഹയർ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് വർദ്ധിക്കുന്നത് സൈക്ലിക്കൽ സെക്ടേഴ്സിന് കൂടുതൽ ബൂസ്റ്റ് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് എക്കണോമിക് ഗ്രോത്ത് സപ്പോർട്ട് ചെയ്ത് തൊഴിലവസരവും വർദ്ധിപ്പിക്കാം. കമ്പനികളുടെ ഏണിംഗ്സ് മെച്ചപ്പെടുത്തുന്നത് വഴി ബജറ്റിന് പിന്നാലെ മാർക്കറ്റിൽ ഒരു റാലിക്കും സാധ്യതയുണ്ട്. എന്തായാലും കഴിഞ്ഞ 11 വർഷത്തെ ചരിത്രം നോക്കിയാൽ എങ്ങനെയാണ് മാർക്കറ്റ് ബജറ്റിനോട് പ്രതികരിച്ചത് എന്ന് നമുക്ക് കണ്ടുവരാം. സഫാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ലാസ്റ്റ് 11 ഇയേഴ്സായി ബഡ്ജറ്റ് ഡേയ്സിന്റെ സെന്റിമെന്റ് അനലൈസ് ചെയ്യുമ്പോൾ 4 പോസിറ്റീവ് ഡേയ്സ്, 7 നെഗറ്റീവ് ഡേയ്സ്. ഇതിൽ കൺസിഡറബിൾ മൂവ്മെന്റ് നൽകിയ ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ 2017 1.81% അപ്പ് മൂവ്മെന്റ്, അതുപോലെ 2019 1% മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 2020 2.51% സെൽ ഓഫ് ആയിരുന്നു ബഡ്ജറ്റ് ഡേയ്സിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 2021 ഫെബ്രുവരിയിലും 4.74% അപ്പ് മൂവ്മെന്റ് നൽകിയപ്പോൾ 2022 ഫെബ്രുവരി 1 1.37% അപ്പ് മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഷോർട്ട് ടേം ട്രേഡേഴ്സിന് ബജറ്റ് എങ്ങനെ ഉപകാരപ്രദമാക്കാം? ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ ബജറ്റിന് ശേഷമുള്ള 3 days 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ്റ്റോറിക്കലി കാണാൻ സാധിക്കുന്നത് ബജറ്റ് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയി 3 days അപ്പ് മൂവ്മെന്റ് കാണാൻ സാധിക്കുമ്പോൾ ഒരു ഷോർട്ട് ടേം റാലിയാണ് കാണാൻ സാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 2016, 2017, 2021 എന്ന
ഈ ഇയേഴ്സിലെല്ലാം ബജറ്റിന് ശേഷം കണ്ടിന്യൂസ് 3 days അപ്പ് മൂവ്മെന്റ് നൽകി മാർക്കറ്റിൽ ഒരു അപ്സർ റാലിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു എക്സെപ്ഷൻ കേസ് ഉള്ളത് 2020 ഫെബ്രുവരിയിലാണ്. മാർക്കറ്റിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയെങ്കിൽ പോലും കൊറോണ ക്രാഷ് എന്ന അൺഎക്സ്പെക്ടഡ് ഇവന്റിന് ശേഷം കണ്ടിന്യൂസ് സെൽ ഓഫ് ആയിരുന്നു മാർക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു കേസ് നോക്കുകയാണെങ്കിൽ ബജറ്റ് ഡേയ്സിന് ശേഷം കണ്ടിന്യൂസ് 3 days ഒരു ഡൗൺ മൂവ്മെന്റ് നൽകുകയാണെങ്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് വീക്ക് ആവുന്ന ഒരു സെനാരിയോ ആയിരുന്നു നമുക്ക് ഹിസ്റ്റോറിക്കലി കാണാൻ സാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 2018, 2019, 2023 എന്ന ഇയേഴ്സിനെല്ലാം അതായത് പോസ്റ്റ് ബഡ്ജറ്റ് ഡേയ്സിൽ കണ്ടിന്യൂസ് സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 11 ഇയേഴ്സായി ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും ഈ ട്രെൻഡ് തുടരുമോ? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇനി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വെച്ച എക്കണോമിക് സർവേ റിപ്പോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടം ഇന്ത്യ നിലനിർത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. 2026-27 ഇന്ത്യക്ക് 6.8 മുതൽ 7.2% വരെ GDP വളർച്ചയാണ് പ്രവചിക്കുന്നത്. റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതും നേട്ടമായിട്ടുണ്ട്. യുഎസിന്റെ താരിഫ് വർധന ഉൾപ്പെടെയുള്ള ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയുടെ കയറ്റുമതി മേഖല കരുത്ത് കാട്ടിയെന്നും എക്കണോമിക് സർവേ റിപ്പോർട്ടിലുണ്ട്. ധനക്കമ്മി ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരുന്നതിലും സർക്കാർ വിജയിച്ചിട്ടുണ്ട്. 2020-21 9.2% ഫിസ്ക്കൽ ഡെഫിസിറ്റ് 2024-25 4.8% ബാങ്കുകളുടെ നോൺ പെർഫോമിംഗ് അസറ്റ്സ് വളരെ കുറഞ്ഞു. മൂലധന ചെലവ് GDP-യുടെ 4% ഉയർന്നു. സാമ്പത്തിക മേഖലയുടെ മികവിന്റെ സൂചനയായാണ് ഈ റിപ്പോർട്ടിനെ കാണാവുന്നത് എന്ന് പറയുന്നു. അതിനിടെ ഗ്ലോബലി ഉയരുന്ന ഇൻസ്റ്റെബിലിറ്റിയും പണപ്പെരുപ്പത്തെ ഉയർത്താമെന്ന വിലയിരുത്തലും ഈ ഒരു സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രാജ്യത്തിന്റെ ട്രഷറിയിലേക്കുള്ള വരവിന്റെയും ചെലവിന്റെയും കണക്കുകളാണ് ധനമന്ത്രി ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുക എന്ന് അറിയാമല്ലോ. എന്തായാലും ഈ ഒരു സർക്കാരിന്റെ ഈ പണം എവിടെ നിന്നെല്ലാം വരുന്നു, എവിടെയെല്ലാം ചെലവഴിക്കുന്നു എന്നതിന്റെ കൃത്യമായ കണക്കുകൾ നമുക്ക് പരിശോധിക്കാം. നിഖിൽ ഇത് പറഞ്ഞു തരും. 50 ലക്ഷം കോടി രൂപ, ഇത്രയും വലിയ തുകയാണ് 2025-26 ബജറ്റിൽ ചിലവിടാനായി നീക്കിവെച്ചത്. ഈ തുക എവിടെ നിന്ന് വരുന്നു, എവിടെയൊക്കെ ചിലവാക്കപ്പെടുന്നു എന്ന് അറിയണോ? ആദ്യം സർക്കാരിന് എവിടെ നിന്നാണ് പണം വരുന്നത് എന്ന് നോക്കാം. ആദായ നികുതി ഇനത്തിൽ 11.56 ലക്ഷം കോടി രൂപയാണ് ലഭിക്കുന്നത്. കമ്പനികൾ നൽകുന്ന കോർപ്പറേറ്റ് നികുതി 9.23 ലക്ഷം കോടി രൂപയാണ്. GST, സെയിൽസ് ടാക്സ്, മറ്റ് ടാക്സുകളും ചേർന്ന് ഏകദേശം 9.6 ലക്ഷം കോടി രൂപയും ലഭിക്കുന്നു. ഇറക്കുമതിക്ക് മുകളിൽ ചുമത്തുന്ന കസ്റ്റംസ് ഡ്യൂട്ടിയായി 2.5 ലക്ഷം കോടി രൂപയും ലഭ്യമാകുന്നു. സർക്കാർ നൽകിയിട്ടുള്ള വായ്പകളിൽ നിന്ന് ലഭിക്കുന്ന പലിശയും സർക്കാർ കമ്പനികളുടെ ലാഭവുമാണ് മറ്റ് വരുമാനങ്ങൾ. അങ്ങനെ ആകെ മൊത്തം 34.96 ലക്ഷം കോടി രൂപയാണ് ആകെ വരുമാനം. ഇനി എവിടെയൊക്കെയാണ് ചിലവഴിക്കുന്നത് എന്ന് നോക്കാം. മൊത്തം ചിലവ് എന്ന് പറയുന്നത് 50.65 ലക്ഷം കോടി രൂപയാണ്. ചിലവഴിക്കുന്ന പ്രധാന മേഖലകൾ നോക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് കോപ്പറേറ്റീവ് ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ ഭാഗമായി 12.76 ലക്ഷം കോടി രൂപയാണ് നൽകുന്നത്. പഴയ വായ്പകളുടെ തിരിച്ചടവിന് വേണ്ടി 11.90 ലക്ഷം കോടി രൂപയും ചിലവാക്കപ്പെടുന്നു. റോഡ്, റെയിൽവേ, വിമാനത്താവളം, തുറമുഖം എന്നിവ ഉൾപ്പെടുന്ന ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് 11.21 ലക്ഷം കോടി രൂപ. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി പ്രതിരോധ മേഖലയ്ക്ക് 4.92 ലക്ഷം കോടി രൂപ. ഭക്ഷണം, വളം, ഇന്ധന സബ്സിഡി തുടങ്ങിയ സബ്സിഡികൾക്ക് വേണ്ടി 4.11 ലക്ഷം കോടി രൂപയും പെൻഷൻ ഇനത്തിൽ 2.67 ലക്ഷം കോടി രൂപയും ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, ഗ്രാമവികസനം എന്നീ മേഖലകൾക്ക് വേണ്ടിയാണ് ബാക്കി പണത്തിന്റെ ഭൂരിഭാഗവും ചെലവിടപ്പെടുന്നത്. അങ്ങനെ വരുമാനം 34.96 ലക്ഷം കോടിയും ചിലവ് 50.65 ലക്ഷം കോടി രൂപയുമാണ് ആകുന്നത്. അതുകൊണ്ട് തന്നെ GDP-യുടെ 4.4% ആയിരുന്നു ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അതായത് 100 രൂപ ചിലവിടുമ്പോൾ 4 രൂപ 40 പൈസ ഗവൺമെന്റ് കടമെടുക്കണം. ഈ വിടവ് മറികടക്കാനായി സർക്കാർ 14.82 ലക്ഷം കോടി രൂപയാണ് കടമെടുത്തത്. ഇതാണ് 2025-26 ബജറ്റിന്റെ ഒരു ചെറിയ ചിത്രം. എന്താകും ഇത്തവണത്തെ ബജറ്റിൽ കാത്തുവച്ചിരിക്കുന്നത്? ഓഹരി വിപണിയെയും സാമ്പത്തിക വിപണിയെയും ബാധിക്കുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചും ഇത്തവണത്തെ എക്കണോമിക് സർവേയിൽ പറയുന്നുണ്ട്. അമേരിക്കൻ ഉപരോധവും കോർപ്പറേറ്റ് വരുമാനത്തിലെ കുറവും വിദേശ മൂലധനത്തിന്റെ പുറത്തേക്കുള്ള ഒഴുക്ക് എന്നിവ വിപണിയെ നെഗറ്റീവായി ബാധിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വ്യക്തിഗത ഇൻകം ടാക്സിലെ കുറവ്, GST പരിഷ്കരണം, കുറഞ്ഞ പണപ്പെരുപ്പം എന്നിവ മാർക്കറ്റിന് പോസിറ്റീവ് പിന്തുണ നൽകിയെന്നും ഒരു സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബജറ്റിന് മുന്നോടിയായി ബ്രോക്കറേജ് സ്ഥാപനമായ ഗ്രോ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഹെൽത്ത് കെയർ മേഖലയിൽ കുട്ടികളുടെയും അമ്മമാരുടെയും ആരോഗ്യ സംരക്ഷണം,
സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാനുള്ള പദ്ധതി, കൂടാതെ വിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റൽ ക്ലാസ് റൂം, അടിസ്ഥാന സൗകര്യങ്ങൾ, ടീച്ചർ അപ്സ്കില്ലിംഗ്, പാഠപുസ്തക പേപ്പറിന്റെ മേലുള്ള 18% GST നീക്കം ചെയ്യൽ തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ഈ ഒരു ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നമുക്കിനി ഒരു റിപ്പോർട്ടിലേക്ക് പോയാൽ, പോർട്ട്ഫോളിയോ മികച്ചതാക്കാൻ അസറ്റ് അലോക്കേഷന്റെ പ്രാധാന്യം വളരെ വലുതാണ്. 2021-25 കാലഘട്ടത്തിൽ അസറ്റ് ക്ലാസുകളുടെ പ്രകടനം എങ്ങനെയെല്ലാം എന്ന് നോക്കിയാലോ? വിഷ്ണു ആറിന്റെ റിപ്പോർട്ടിലേക്കാണ്. 2021 മുതൽ 25 വരെ വിവിധ അസറ്റ് ക്ലാസുകൾ എങ്ങനെ പ്രകടനം കാഴ്ചവെച്ചുവെന്ന് നമുക്ക് നോക്കാം. 2021 ഇക്വിറ്റി മാർക്കറ്റുകൾക്ക് ശക്തമായൊരു വർഷമായിരുന്നു. നിഫ്റ്റി സ്മോൾ ക്യാപ് ഏകദേശം 62% നേട്ടം രേഖപ്പെടുത്തി, മിഡ് ക്യാപ് 47%. കൂടാതെ നിഫ്റ്റി 50, S&P 500 പോലുള്ള ലാർജ് ക്യാപ് ഇൻഡെക്സുകളും നല്ല ഡബിൾ ഡിജിറ്റ് റിട്ടേൺസ് നൽകി. 2022 മാർക്കറ്റ് ഒരു റിയാലിറ്റി ചെക്കാണ് നടത്തിയത്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ വലിയ തിരുത്തൽ ഉണ്ടായി. S&P 500 ഏകദേശം 20% ഇടിഞ്ഞു. ഇന്ത്യൻ സ്മോൾ ക്യാപ് ഇൻഡെക്സുകളും നെഗറ്റീവ് റിട്ടേൺസ് ആണ് രേഖപ്പെടുത്തിയത്. ഇത് നിക്ഷേപത്തിൽ വോളറ്റാലിറ്റി എത്ര സ്വാഭാവികമാണെന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. 2023 ശക്തമായ റിക്കവറി കണ്ടു. സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് ഇൻഡെക്സുകൾ വീണ്ടും 40% മുകളിൽ റിട്ടേൺ നൽകി. ലാർജ് ക്യാപ് ഗ്ലോബൽ മാർക്കറ്റുകളും തിരിച്ചുയർന്നു. 2024 റിട്ടേൺസ് നോർമലൈസ് ചെയ്തു. ഇക്വിറ്റികൾ പോസിറ്റീവ് ആയിരുന്നെങ്കിലും മുൻവർഷത്തേക്കാൾ മോഡറേറ്റ് പ്രകടനം മാത്രമാണ് കണ്ടത്. അതേസമയം സ്വർണവും വെള്ളിയും ശക്തി കാട്ടി. ഡൈവേഴ്സിഫിക്കേഷന്റെ പ്രാധാന്യം ഇത് വ്യക്തമാക്കുന്നു. ഇപ്പോൾ 2025 വരെ നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, അസറ്റ് അലോക്കേഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നതാണ്. ഇക്വിറ്റി റിട്ടേൺസ് മിക്സഡ് ആയപ്പോൾ സ്വർണവും വെള്ളിയും വലിയ കുതിപ്പാണ് കാണിച്ചത്. അതേസമയം 10-year ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പോലുള്ള ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റുകൾ സ്ഥിരതയുള്ള റിട്ടേൺ നൽകി. അപ്പോൾ ഇതിൽ നിന്ന് നിക്ഷേപകർ പഠിക്കേണ്ട പാഠം എന്താണ്? ഒരൊറ്റ അസറ്റ് ക്ലാസും എല്ലാ വർഷവും വിജയിക്കില്ല. ഇക്വിറ്റികൾ ദീർഘകാല വളർച്ചയ്ക്കും, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റുകൾ സ്ഥിരതയ്ക്കും, കമ്മോഡിറ്റികൾ അനിശ്ചിത സമയങ്ങളിൽ സംരക്ഷണത്തിനുമാണ് ഉപയോഗിക്കേണ്ടത്. ലോങ് ടൈം വെൽത്ത് ബിൽഡിംഗ് എന്നത് കഴിഞ്ഞ വർഷത്തെ വിജയിയെ പിന്തുടരുക എന്നതല്ല. ബുദ്ധിപരമായ അസറ്റ് അലോക്കേഷൻ മാർക്കറ്റ് സൈക്കിളിലുടനീളം നിക്ഷേപത്തിൽ തുടരുക എന്നതാണ്. ഇനി ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതീക്ഷകൾ എന്തെല്ലാം എന്നൊക്കെ നമ്മൾ നോക്കിയാൽ, നമുക്കിപ്പം ഇപ്പോൾ നമ്മുടെ റിസർച്ച് ഹെഡ് സുരജ് സാർ ചേരുന്നുണ്ട്. സുരജ് സാർ, ഈ ഒരു സെക്ടർ വൈസുള്ള നേട്ടങ്ങൾ എങ്ങനെയെല്ലാം ആകുമെന്ന് അറിയാനുള്ള ആകാംക്ഷ ഇൻവെസ്റ്റേഴ്സിനുണ്ട്. ഒപ്പം തന്നെ നികുതി ഇളവ് എന്ന കാര്യത്തിൽ ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലും പ്രതീക്ഷിക്കുമോ? ഇങ്ങനെയുള്ള ആകാംക്ഷകളെല്ലാം ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനുണ്ട്. എന്തായാലും ഈ ഒരു ബഡ്ജറ്റിലെ പ്രതീക്ഷകൾ എങ്ങനെ എല്ലാമാണ്? ഗുഡ് മോർണിംഗ് നയന, ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. വെൽക്കം ടു ദ D-Day, ദ ബഡ്ജറ്റ് ഡേ, ദ ബിഗ് ബി ഷോ. ഇതൊരു വെറുതെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ഡേറ്റ മാത്രമല്ല ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് സ്റ്റോക്ക് മാർക്കറ്റും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകർ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് തന്നെയാണ് മൈഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. നമ്മൾ നമ്പേഴ്സ് ക്രഞ്ച് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ഈ ബഡ്ജറ്റ് എങ്ങനെ നിങ്ങളുടെ നിത്യജീവിതത്തിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുവെന്നും എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ള വിശകലനം, ഡിസ്കഷൻസ്, ഡിബേറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ചലഞ്ചിങ് എൻവയറൺമെൻറ്റിലാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഒന്നാമത്തെ കാര്യം തന്നെ നമ്മുടെ ട്രേഡ് ഡീലിൻ്റെ ഇഷ്യൂ. നമുക്ക് US ആയിട്ടുള്ള ട്രേഡ് ഡീൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലിംബോ നിൽക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനും എക്സ്പോർട്ടിംഗ് കമ്പനീസിനും ഒരു സപ്പോർട്ട് കൊടുത്ത് ബഡ്ജറ്റിൽ സഹായിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒന്ന്. രണ്ടാമത്, ക്യാപിറ്റൽ ഗെയിൻസിന്റെ കാര്യത്തിൽ, അതായത് ഇന്ത്യയുടെ ക്യാപിറ്റൽ ഗെയിൻസ് വളരെ കൂടുതലാണ് എന്നുള്ളൊരു ആക്ഷേപവും അത് കാരണമാണ് FIIs സെല്ല് ചെയ്യുന്നതെന്നും, FIIs അത് കാരണം സെല്ല് ചെയ്യുന്നു മാത്രമല്ല, FIIsന് വേറെ ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് മറ്റുള്ള മാർക്കറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇന്ത്യയിൽ അവർക്ക് റിട്ടേൺ വളരെ കുറവാണ് കിട്ടുന്നത്. കാര്യം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ പല സ്റ്റോക്സിൻ്റെയും പല സെക്ടേഴ്സിൻ്റെയും വാല്യുവേഷൻ ഓവർ വാല്യൂഡാണ്. അപ്പോൾ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് മാത്രമല്ല, കറൻസിയുടെ ഡിപ്രിസിയേഷനും കൂടെ കൂടുമ്പോൾ അതിൻ്റെ കൂടെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറയുന്ന മോൺസ്റ്ററും കൂടെ വരുമ്പോൾ FIIsോ FPIsോ ഒരു റിട്ടേണും ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല. അത് കാരണം അവർ സെല്ല് ചെയ്ത് പോകുന്നു എന്നുള്ള ഒരു ആക്ഷേപം തീർച്ചയായിട്ടും ഉണ്ട് ഗവൺമെൻറ്റിന് മേൽ ഉണ്ടെന്ന കാര്യം നമുക്ക് യാതൊരു സംശയവുമില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചാണെങ്കിലോ, ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ള റവന്യൂ റെസീപ്റ്റ്സിൽ വളരെ ഗണ്യമായിട്ടുള്ളൊരു കുറവ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ ഏതാണ്ട് 12 ലക്ഷത്തോളം ഗവൺമെൻറ് ഇൻകം ടാക്സിൽ ജനങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് കൊടുത്തു. അത് കാരണം എന്ത് പറ്റും?
ഗവൺമെന്റിനുള്ള റവന്യൂ കുറയും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം GST2 ഏതാണ്ട് 90-95% നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഗണ്യമായ രീതിയിൽ കുറച്ചത് കാരണവും ഗവൺമെന്റ് GST ഇനത്തിലുള്ള റവന്യൂവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ ഗവൺമെന്റ് ടോട്ടൽ റവന്യൂ കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ കൂടെ കോർപ്പറേറ്റ് ടാക്സിൽ വലിയ രീതിയിൽ ഒരു ഉയർച്ചയും കിട്ടാത്തപ്പോൾ ഗവൺമെൻറ് കയ്യിൽ ക്യാപിറ്റൽ ഗെയിൻസിന് ഒരു റിലീഫ് കൊടുക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ പൈസയുണ്ടോ? ഇതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന ബഡ്ജറ്റിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്കറിയാം Nifty 50 ലാസ്റ്റ് ഒരു കൊല്ലമായിട്ട് വളരെ വലിയ അണ്ടർ പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഗവൺമെൻറ് അതിൻ്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റ് നേഷൻ്റെ ബഡ്ജറ്റ് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. അതിൽ ഏറ്റവും പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടത് ഗവൺമെൻറ് 100 രൂപ ചെലവാക്കുമ്പോൾ ഗവൺമെന്റിന് തിരിച്ചു കിട്ടുന്നത് വെറും 76 രൂപയാണ്. അതായത് 24 രൂപയോളം ഗവൺമെന്റ് ബോറോ ചെയ്യുന്നതാണ് ഇന്ത്യയുടെ ബഡ്ജറ്റ് എന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ 100 രൂപ കിട്ടുന്ന 100 രൂപയിൽ ഏതാണ്ട് ഈ 40 രൂപയും ഇൻട്രസ്റ്റ് പേയ്മെന്റിന് വേണ്ടിയിട്ടും സ്റ്റേറ്റുകൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുമാണെന്നുള്ളൊരു പ്രത്യേകത കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു ഫിഗർ ഇതാണ്. എല്ലാ പ്രേക്ഷകരും മനസ്സിൽ വയ്ക്കുക. 100 രൂപ നമ്മൾ ചെലവാക്കുമ്പോൾ 76 രൂപയാണ് ഗവൺമെന്റ് റവന്യൂ. 24 രൂപ നമ്മൾ ബോറോ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു ബേസിക് കണക്കിലാണ് നമ്മുടെ ഇന്ത്യൻ ബഡ്ജറ്റ് അല്ലെങ്കിൽ യൂണിയൻ ബഡ്ജറ്റ് എന്ന് തുടങ്ങുന്നത് എന്നുള്ളതാണ്. അവിടെ ക്യാപിറ്റൽ മാർക്കറ്റിനും മറ്റുള്ള സെക്ടേഴ്സിനും അറിയാലോ വളരെ സെൻസിറ്റീവായിട്ട് ക്രിട്ടിക്കലായിട്ട് ഒരുപാട് സെക്ടേഴ്സ് ഗവൺമെന്റിന്റെ മുന്നിലുണ്ട്. ഗവൺമെന്റ് ഐഡന്റിഫൈയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇലക്ട്രിക് വെഹിക്കിൾസ്, റെയർ എർത്ത് മിനറൽസ്, റെയർ എർത്ത് മാഗ്നറ്റ്സ്, സ്പേസ് ടെക്നോളജി, സെമി കണ്ടക്ടേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എങ്ങനെ ഡിഫൻസ് എന്നിങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സിന് ഗവൺമെന്റ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു, എന്തെങ്കിലും സ്കീംസ് കൊണ്ടുവരുന്നുണ്ടോ, PLI സ്കീംസ് പോലെ എന്തെങ്കിലും ഈ സെക്ടറിന്റെ ബെനിഫിറ്റിന് കൊണ്ടുവരുന്നു എന്നുള്ളതും നമ്മൾ ഉറ്റുനോക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് എന്നുള്ളതാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഗവൺമെന്റ് ഇസ് വാക്കിംഗ് എ ടൈറ്റ് റോപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗവൺമെന്റ് 2 കാര്യങ്ങളാണ് ബാലൻസ് ചെയ്തുകൊണ്ട്. ഒന്ന്, ജനങ്ങളുടെയും ഇൻഡസ്ട്രിയുടെയും എക്സ്പെക്ടേഷൻ. 2, ഇപ്പുറത്തെ വശത്താണെങ്കിലോ ഫിസ്ക്കൽ പ്രൂഡൻസ് എന്നുള്ളത് ഗവൺമെന്റിനെ സംബന്ധിച്ചത് ഒരു ബാലൻസിങ് ആക്ട് ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. രണ്ടാമത്, ഇപ്പോൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ട്രേഡ് ടെൻഷൻസ് കാരണം വളരെ ചലഞ്ചിങ് ആയിട്ടിരിക്കുന്ന എൻവയോൺമെന്റിൽ എന്ത് സഹായം നൽകി ഇന്ത്യൻ എക്കണോമിയെയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്സിനെയും ട്രിഗർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഗവൺമെന്റ് എന്നും ഒരു ചലഞ്ച് തന്നെയാണ്. പ്രത്യേകിച്ച് ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ബഡ്ജറ്റിൽ നമ്മൾ ഇത്രയും ജിയോ പൊളിറ്റിക്സിനെ നമ്മൾ പേടിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഉറ്റുനോക്കുന്നത്. സാധാരണ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ നേരത്ത് നമ്മൾ പറയും ബഡ്ജറ്റ് ഒരു നോൺ ഈവന്റ് ആണ്, ബഡ്ജറ്റ് എന്ന് പറയുന്നത് മാത്താണ്, കണക്കാണ്. ബട്ട് ഇപ്രാവശ്യം അങ്ങനെയല്ല. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഇന്ത്യ ഈസ് കമ്മിങ് ബാക്ക് സ്ട്രോങ്ങർ എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും ഈ ബഡ്ജറ്റിൽ ഉണ്ടാവുന്നതെന്ന് പറയുന്നു സൂരജ് സാർ പങ്കുവെച്ചത്. എന്തായാലും ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇമ്പാക്ട്ഫുൾ ഡിസ്കഷൻസ് എല്ലാം വരും മണിക്കൂറുകളിൽ തന്നെ തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. MyFin TVക്കൊപ്പം തന്നെ നിങ്ങൾ ചേരുക. അടുത്ത സെഷനിൽ അനിലയും ഒപ്പം തന്നെ പ്രദീപ് ചന്ദ്രശേഖർ സാറും ചേരും. Budget beyond digits. This program co-sponsored by JMJ Fintech, NPFC listed at BSc. In association with Shalom Mattress, everlasting comfort and durability. 2021 മുതൽ 25 വരെ വിവിധ അസറ്റ് ക്ലാസുകൾ എങ്ങനെ പ്രകടനം കാഴ്ചവെച്ചുവെന്ന് നമുക്ക് നോക്കാം. 2021 ഇക്വിറ്റി മാർക്കറ്റുകൾക്ക് ശക്തമായൊരു വർഷമായിരുന്നു. നിഫ്റ്റി സ്മോൾ ക്യാപ് ഏകദേശം 62% നേട്ടം രേഖപ്പെടുത്തി. മിഡ് ക്യാപ് 47%. കൂടാതെ നിഫ്റ്റി 50, S&P 500 പോലുള്ള ലാർജ് ക്യാപ് ഇൻഡെക്സുകളും നല്ല ഡബിൾ ഡിജിറ്റ് റിട്ടേൺസ് നൽകി. 2022 മാർക്കറ്റ് ഒരു റിയാലിറ്റി ചെക്കാണ് നടത്തിയത്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ വലിയ തിരുത്തൽ ഉണ്ടായി. S&P 500 ഏകദേശം 20% ഇടിഞ്ഞു. ഇന്ത്യൻ സ്മോൾ ക്യാപ് ഇൻഡെക്സുകളും നെഗറ്റീവ് റിട്ടേൺസ് ആണ് രേഖപ്പെടുത്തിയത്. ഇത് നിക്ഷേപത്തിൽ വോളറ്റാലിറ്റി എത്ര സ്വാഭാവികമാണെന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. 2023 ശക്തമായ റിക്കവറി കണ്ടു. സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് ഇൻഡെക്സുകൾ വീണ്ടും 40% മുകളിൽ റിട്ടേൺ നൽകി. ലാർജ് ക്യാപ്, ഗ്ലോബൽ മാർക്കറ്റുകളും തിരിച്ചുയർന്നു. 2024 റിട്ടേൺസ് നോർമലൈസ് ചെയ്തു. ഇക്വിറ്റികൾ പോസിറ്റീവ് ആയിരുന്നെങ്കിലും മുൻവർഷത്തേക്കാൾ മോഡറേറ്റ് പ്രകടനം മാത്രമാണ് കണ്ടത്. അതേസമയം സ്വർണവും വെള്ളിയും ശക്തി കാട്ടി. ഡൈവേഴ്സിഫിക്കേഷന്റെ പ്രാധാന്യം ഇത് വ്യക്തമാക്കുന്നു. ഇപ്പോൾ 2025 വരെ നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം അസറ്റ് അലോക്കേഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നതാണ്. ഇക്വിറ്റി റിട്ടേൺസ് മിക്സഡ് ആയപ്പോൾ സ്വർണവും വെള്ളിയും വലിയ കുതിപ്പാണ് കാണിച്ചത്. അതേസമയം 10 ഇയർ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പോലുള്ള ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റുകൾ സ്ഥിരതയുള്ള റിട്ടേൺ നൽകി. അപ്പോൾ ഇതിൽ നിന്ന് നിക്ഷേപകർ പഠിക്കേണ്ട പാഠം എന്താണ്? ഒരൊറ്റ അസറ്റ് ക്ലാസും എല്ലാ വർഷവും വിജയിക്കില്ല.
ഇക്വിറ്റികൾ ദീർഘകാല വളർച്ചയ്ക്കും, ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റുകൾ സ്ഥിരതയ്ക്കും, കമ്മോഡിറ്റികൾ അനിശ്ചിത സമയങ്ങളിൽ സംരക്ഷണത്തിനുമാണ് ഉപയോഗിക്കേണ്ടത്. ലോങ് ടൈം വെൽത്ത് ബിൽഡിംഗ് എന്നത് കഴിഞ്ഞ വർഷത്തെ വിജയിയെ പിന്തുടരുക എന്നതല്ല, ബുദ്ധിപരമായ അസറ്റ് അലോക്കേഷൻ മാർക്കറ്റ് സൈക്കിളിലുടനീളം നിക്ഷേപത്തിൽ തുടരുക എന്നതാണ്. ലാസ്റ്റ് 11 ഇയേഴ്സായി ബഡ്ജറ്റ് ഡേയ്സിന്റെ സെന്റിമെന്റ് അനലൈസ് ചെയ്യുമ്പോൾ 4 പോസിറ്റീവ് ഡേയ്സ്, 7 നെഗറ്റീവ് ഡേയ്സ്. ഇതിൽ കൺസിഡറബിൾ മൂവ്മെന്റ് നൽകിയ ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ 2017 1.81% അപ്പ് മൂവ്മെന്റ്, അതുപോലെ 2019 1% മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 2020 2.51% സെൽ ഓഫ് ആയിരുന്നു ബഡ്ജറ്റ് ഡേയ്സിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 2021 ഫെബ്രുവരിയിലും 4.74% അപ്പ് മൂവ്മെന്റ് നൽകിയപ്പോൾ 2022 ഫെബ്രുവരി 1 1.37% അപ്പ് മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഷോർട്ട് ടേം ട്രേഡേഴ്സിന് ബജറ്റ് എങ്ങനെ ഉപകാരപ്രദമാക്കാം? ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ ബജറ്റിന് ശേഷമുള്ള 3 ഡേയ്സ് 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ്റ്റോറിക്കലി കാണാൻ സാധിക്കുന്നത് ബജറ്റ് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയി 3 ഡേയ്സ് അപ്പ് മൂവ്മെന്റ് കാണാൻ സാധിക്കുമ്പോൾ ഒരു ഷോർട്ട് ടേം റാലിയാണ് കാണാൻ സാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 2016, 2017, 2021 എന്ന ഈ ഇയേഴ്സിലെല്ലാം ബജറ്റിന് ശേഷം കണ്ടിന്യൂസ് 3 ഡേയ്സ് അപ്പ് മൂവ്മെന്റ് നൽകി മാർക്കറ്റിൽ ഒരു അപ്സൈഡ് റാലിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു എക്സെപ്ഷൻ കേസ് ഉള്ളത് 2020 ഫെബ്രുവരിയിലാണ്. മാർക്കറ്റിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയെങ്കിൽ പോലും കൊറോണ ക്രാഷ് എന്ന അൺഎക്സ്പെക്ടഡ് ഇവന്റിന് ശേഷം കണ്ടിന്യൂസ് സെൽ ഓഫ് ആയിരുന്നു മാർക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു കേസ് നോക്കുകയാണെങ്കിൽ ബജറ്റ് ഡേയ്സിന് ശേഷം കണ്ടിന്യൂസ് 3 ഡേയ്സ് ഒരു ഡൗൺ മൂവ്മെന്റ് നൽകുകയാണെങ്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് വീക്ക് ആവുന്ന ഒരു സെനാരിയോ ആയിരുന്നു നമുക്ക് ഹിസ്റ്റോറിക്കലി കാണാൻ സാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 2018, 2019, 2023 എന്ന ഇയേഴ്സിനെല്ലാം അതായത് പോസ്റ്റ് ബഡ്ജറ്റ് ഡേയ്സിൽ കണ്ടിന്യൂസ് സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 11 ഇയേഴ്സായി ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും ഈ ട്രെൻഡ് തുടരുമോ? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. 50 ലക്ഷം കോടി രൂപ, ഇത്രയും വലിയ തുകയാണ് 2025-26 ബജറ്റിൽ ചിലവിടാനായി നീക്കിവെച്ചത്. ഈ തുക എവിടെ നിന്ന് വരുന്നു, എവിടെയൊക്കെ ചിലവാക്കപ്പെടുന്നു എന്ന് അറിയണോ? ആദ്യം സർക്കാരിന് എവിടെ നിന്നാണ് പണം വരുന്നത് എന്ന് നോക്കാം. ആദായ നികുതി ഇനത്തിൽ 11.56 ലക്ഷം കോടി രൂപയാണ് ലഭിക്കുന്നത്. കമ്പനികൾ നൽകുന്ന കോർപ്പറേറ്റ് നികുതി 9.23 ലക്ഷം കോടി രൂപയാണ്. GST, സെയിൽസ് ടാക്സ്, മറ്റ് ടാക്സുകളും ചേർന്ന് ഏകദേശം 9.6 ലക്ഷം കോടി രൂപയും ലഭിക്കുന്നു. ഇറക്കുമതിക്ക് മുകളിൽ ചുമത്തുന്ന കസ്റ്റംസ് ഡ്യൂട്ടിയായി 2.5 ലക്ഷം കോടി രൂപയും ലഭ്യമാകുന്നു. സർക്കാർ നൽകിയിട്ടുള്ള വായ്പകളിൽ നിന്ന് ലഭിക്കുന്ന പലിശയും സർക്കാർ കമ്പനികളുടെ ലാഭവുമാണ് മറ്റ് വരുമാനങ്ങൾ. അങ്ങനെ ആകെ മൊത്തം 34.96 ലക്ഷം കോടി രൂപയാണ് ആകെ വരുമാനം. ഇനി എവിടെയൊക്കെയാണ് ചിലവഴിക്കുന്നത് എന്ന് നോക്കാം. മൊത്തം ചിലവ് എന്ന് പറയുന്നത് 50.65 ലക്ഷം കോടി രൂപയാണ്. ചിലവഴിക്കുന്ന പ്രധാന മേഖലകൾ നോക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് കോപ്പറേറ്റീവ് ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ ഭാഗമായി 12.76 ലക്ഷം കോടി രൂപയാണ് നൽകുന്നത്. പഴയ വായ്പകളുടെ തിരിച്ചടവിന് വേണ്ടി 11.90 ലക്ഷം കോടി രൂപയും ചിലവാക്കപ്പെടുന്നു. റോഡ്, റെയിൽവേ, വിമാനത്താവളം, തുറമുഖം എന്നിവ ഉൾപ്പെടുന്ന ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് 11.21 ലക്ഷം കോടി രൂപ. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി പ്രതിരോധ മേഖലയ്ക്ക് 4.92 ലക്ഷം കോടി രൂപ. ഭക്ഷണം, വളം, ഇന്ധന സബ്സിഡി തുടങ്ങിയ സബ്സിഡികൾക്ക് വേണ്ടി 4.11 ലക്ഷം കോടി രൂപയും പെൻഷൻ ഇനത്തിൽ 2.67 ലക്ഷം കോടി രൂപയും ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, ഗ്രാമവികസനം എന്നീ മേഖലകൾക്ക് വേണ്ടിയാണ് ബാക്കി പണത്തിന്റെ ഭൂരിഭാഗവും ചെലവിടപ്പെടുന്നത്. അങ്ങനെ വരുമാനം 34.96 ലക്ഷം കോടിയും ചിലവ് 50.65 ലക്ഷം കോടി രൂപയുമാണ് ആകുന്നത്. അതുകൊണ്ട് തന്നെ GDPയുടെ 4.4% ആയിരുന്നു ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അതായത് 100 രൂപ ചിലവിടുമ്പോൾ 4 രൂപ 40 പൈസ ഗവൺമെന്റ് കടമെടുക്കണം. ഈ വിടവ് മറികടക്കാനായി സർക്കാർ 14.82 ലക്ഷം കോടി രൂപയാണ് കടമെടുത്തത്. ഇതാണ് 2025-26 ബജറ്റിന്റെ ഒരു ചെറിയ ചിത്രം. എന്താകും ഇത്തവണത്തെ ബജറ്റിൽ കാത്തുവച്ചിരിക്കുന്നത്? This program co-sponsored by JMJ Fintech, NBFC listed at BSC. In association with Shalom Mattress, everlasting comfort and durability. The budget beyond digits. ഗുഡ് മോർണിംഗ്. ഇന്ന് ഫെബ്രുവരി 1 മോദി സർക്കാരിൻ്റെ 15ാമത്തെ തുടർച്ചയായിട്ടുള്ള 15ാമത്തെ ഇന്ത്യൻ ബജറ്റ് അടക്കമുള്ള 15ാമത്തെ ബജറ്റിലേക്കാണ് കിടക്കുന്നത്. നിർമ്മല സീതാരാമനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് റെക്കോർഡുകളൊക്കെ സ്വന്തമാക്കിക്കൊണ്ട് തുടർച്ചയായിട്ടുള്ള 9ാമത്തെ ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത്. ഇന്ന് ഈ ഒരു ദിവസം ബഡ്ജറ്റിൻ്റെ കംപ്ലീറ്റ് കവറേജുമായിട്ട് ഞങ്ങളും നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. ഇന്ന് അതിനായിട്ട് നമ്മളോടൊപ്പം ലൈവ് ഡെസ്കിൽ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ഇൻ ഹൗസ് എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് വ്യൂവേഴ്സ്. മോർണിംഗ് അൻല. യെസ്
സർ ഏതായാലും എല്ലാ ദിവസവും നമ്മൾ ലൈവിലി, അതായത് ഓൺലൈനായിട്ടാണ് നമ്മുടെ പ്രേക്ഷകർക്ക് സാറിനെ കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് സ്പെഷ്യൽ ഡേയിൽ താങ്കൾ ലൈവായിട്ട് തന്നെ സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് പറയുകയാണ്. സർ ഇന്നിപ്പോൾ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകളൊരു ബഡ്ജറ്റാണ്. കാരണം ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയെ സംബന്ധിച്ചിട്ട് മാർക്കറ്റും ഇന്നിപ്പോൾ ഓപ്പണാണ്, ബഡ്ജറ്റും ഇന്ന് ബഡ്ജറ്റ് ഡേ കൂടി വരികയാണ്. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഒരു വലിയൊരു ഇലക്ഷൻ മോഡിലേക്ക് എന്ന് പറയാൻ പ്രധാനപ്പെട്ട ഒരു 3 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കാനിരിക്കും, സംസ്ഥാന തല ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ്. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പൊതുവെ വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് കേന്ദ്ര സർക്കാർ. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, ഡൊമസ്റ്റിക് തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ക്വാർട്ടർലി ഏർണിങ്സ് ഒക്കെ നോക്കുമ്പോഴേക്കും പല കമ്പനികൾക്കും പ്രതീക്ഷിച്ച തലത്തിലുള്ള ഒരു ഔട്ട് പെർഫോമൻസ് നടത്താൻ സാധിച്ചിട്ടില്ല. സോ പൊതുവെയുള്ള താങ്കളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ബഡ്ജറ്റ് എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഒരു റിഫോമേറ്റീവ് ആയിട്ടുള്ളതായിരിക്കുമോ അതോ വളരെ സറ്റിലായിട്ടൊരു ബഡ്ജറ്റ് ആയിരിക്കുമോ നിർമ്മല സീതാരാമൻ പ്രസന്റ് ചെയ്യുക? അല്ല, നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ എനിക്ക് തോന്നുന്നില്ല കാര്യമായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നു. കാര്യം ലൈക്ക് യു സെഡ് ഒത്തിരി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട്. ആൻഡ് വേൾഡ് ഓർഡറിൽ തന്നെ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് കേസ് എടുക്കുമ്പോഴേക്കും ഗവൺമെൻറ് ഹാൻഡ്സ് ആർ റിയലി ടൈഡ്. സോ എത്രത്തോളം ഫാർ റീച്ചിങ് റിഫോംസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി. എനിക്ക് തോന്നുന്നില്ല ഇതൊരു ബിഗ് ബാങ് റിഫോംസ് നടക്കാൻ പോകുന്ന ഒരു ബഡ്ജറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല നടക്കുന്നത്. സർ ഇപ്പം നമ്മൾ കഴിഞ്ഞ തവണത്തെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ആ ഒരു ബഡ്ജറ്റ് നിലവിൽ വന്നത് 2026 സാമ്പത്തിക വർഷത്തിൻ്റെ ഏപ്രിൽ മാസം മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ ഗ്ലോബൽ ഓർഡേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറി പറഞ്ഞൊരു സ്ഥിതിയായിരുന്നു. കാരണം ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ട്രംപ് ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണെന്നായിരുന്നു അതുവരെ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പാകിസ്ഥാനേക്കാളും ബംഗ്ലാദേശിനേക്കാളും ഒക്കെ ഉയർന്ന താരിഫായിരുന്നു ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം തുടർച്ചയായിട്ട് ധാരാളം പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. സോ സ്വാഭാവികമായിട്ടും പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും, അതായത് ട്രംപിൻ്റെ കേസ് നിലനിർത്തിക്കൊണ്ട് തന്നെ പരിശോധിക്കുമ്പോഴേക്കും ആഗോളതലത്തിൽ തന്നെ ഡിഫൻസിൽ വല്ലാതെ, അതായത് പ്രത്യേകിച്ചും ഇപ്പോൾ ഗ്രീൻലാൻഡ് ഇഷ്യൂ വന്നു, അതിനോടൊപ്പം തന്നെ വെനിസ്വേലയുടെ ഇഷ്യൂ വന്നു. അപ്പം ഓരോ രാജ്യത്തിൻ്റെയും സെക്യൂരിറ്റി വളരെ കൺസേണിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സോ ഈ ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴേ എല്ലാവരുടെ മനസ്സിലും ആദ്യം എത്തുന്നത് ഡിഫൻസ് മേഖലയ്ക്ക് എത്രത്തോളം ഒരു അലോക്കേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഡിഫൻസിൽ ഏതൊക്കെ, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകരെ സംബന്ധിച്ചിട്ട് ഏതൊക്കെ ഓഹരികളായിരിക്കും കൂടുതലായിട്ടൊരു ബെനിഫിഷ്യറി ആവുക. അപ്പോൾ ഡിഫൻസിലേക്കുള്ള താങ്കളുടെ ഒരു പ്രധാനപ്പെട്ട എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? ഒരു എക്സ്ട്രാ ആയിട്ടൊരു വളരെ വലിയ തോതിലുള്ള ഒരു അലോക്കേഷനിൽ സാധ്യതയുണ്ടോ, അതോ കഴിഞ്ഞ തവണത്തിൽ നിന്ന് ഒരു മാർജിനലായിട്ട് ഇൻക്രിമെൻറ്റ് മാത്രമാണോ എക്സ്പെക്ട് ചെയ്യുന്നത്? സോ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഡിഫൻസിലോട്ട് വരുന്നതിന് മുൻപ് നമ്മളിപ്പോൾ മോഡി സർക്കാരിൻ്റെ ഒരു മന്ത്രം നോക്കിക്കഴിഞ്ഞാൽ 3 എംഫസിസ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് മോഡി സർക്കാരിനുള്ള. 1 is സ്കിൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മൂന്നാമത്തെ ആത്മനിർഭർ, ദാറ്റ് ഇസ് മേക്ക് ഇൻ ഇന്ത്യ. സോ ഇന്ത്യയുടെ ഒരു വലിയ ഇമ്പോർട്ട് കോമ്പണൻറ്റ് ഇസ് ആക്ച്വലി ഡിഫൻസ്. ആൻഡ് തീർച്ചയായിട്ടും കോവിഡിന് ശേഷം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോട്ട് ഓഫ് ട്രസ്റ്റ് ഇസ് ദെയർ ഫോർ ആത്മനിർഭർ, ദാറ്റ് ഇസ് മേക്ക് ഇൻ ഇന്ത്യ. ആൻഡ് ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ ഡിഫൻസ് മേഖലയിലോട്ട് വലിയൊരു ട്രസ്റ്റ്, വലിയൊരു ഫോക്കസ് കഴിഞ്ഞ ഒരു 5-8 കൊല്ലമായിട്ട് തന്നെ നമുക്ക് കൊടുക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് യെസ്, ഇപ്പോൾ വേൾഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഡെഫിനറ്റ്ലി ആ ഒരു യുക്രൈനിൽ നടക്കുന്ന പ്രോബ്ലം, വെനിൻസുല പ്രോബ്ലം, ഗ്രീൻലാൻഡ് പ്രോബ്ലം, ഇതൊക്കെ നോക്കുമ്പോഴേക്കും ഡെഫിനറ്റ്ലി ഇന്ത്യ ഡിഫൻസ് ബഡ്ജറ്റിലോട്ട് ഫോക്കസ് കൊടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ബട്ട് എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രത്തോളം നമുക്കൊരു ബിഗ് ബാങ് റിഫോംസ് കൊണ്ടുവരാൻ പറ്റും, വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി. ബട്ട് ഡെഫിനറ്റ്ലി ഐ വുഡ് എക്സ്പെക്ട് അറൗണ്ട് 10% ഇൻക്രിമെൻ്റൽ എക്സ്പെൻഡിച്ചർ ഫോർ ഡിഫൻസ് ഇൻ ദ ബഡ്ജറ്റ്. സർ ഇപ്പോൾ ഈ ഡിഫൻസിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മാർക്കറ്റിൽ ഇപ്പം കഴിഞ്ഞ തവണയൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ഒരു മാസം മുമ്പേ നമുക്ക് ഡിഫൻസ് ഓഹരികളിലൊക്കെ ഒരു റാലി കാണാൻ സാധിക്കും. പക്ഷേ ഇത്തവണ നോക്കുമ്പോഴേക്കും കഴിഞ്ഞൊരു 1 വീക്കായിട്ട് മാത്രമാണ് അത്തരം ഒരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചത്, സസ്റ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഡിഫൻസ് ഇൻഡെക്സിലേക്ക് മാത്രം നോക്കുമ്പോൾ 1 വീക്ക് ബേസിസിൽ നല്ലൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് 8% മുകളിലൊരു റിട്ടേൺ നൽകാനായിട്ട് കഴിഞ്ഞൊരു വീക്കിൽ മാത്രം ഡിഫൻസ് ഇൻഡെക്സിൽ. സോ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഡിഫൻസ് ഇൻഡെക്സിലുള്ള ഈ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു ഷോർട്ട് കവറിംഗ് ആണോ, അതോ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ടിനോ ട്രെൻഡ് റിവേഴ്സലിനോ ഉള്ളൊരു സാധ്യതയുണ്ടോ? ഡിഫൻസ് മേഖല നമ്മൾ നോക്കുമ്പോഴേക്കും എസ്പെഷ്യലി കഴിഞ്ഞൊരു 4-5 ആഴ്ചകളായിട്ട് ശക്തമായിട്ട് നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത് ദാറ്റ് ദ ഡിഫൻസ് ഇൻഡെക്സ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഡിഫൻസ് ഇൻഡെക്സിൻ്റെ കേസിൽ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്ന 8250. മൈ എക്സ്പെക്റ്റേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും.
അതിനുശേഷം അറൗണ്ട് 8,400 പോയിൻറ്റ്സ് ലെവലിലായിരിക്കും മേജർ റെസിസ്റ്റൻസ്. ബട്ട് ഇന്ന് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു ബിഗ് ബാങ് അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് അലൊക്കേഷൻ ഡിഫൻസിന് നൽകുന്നുണ്ടെങ്കിൽ മൈ എക്സ്പെക്റ്റേഷൻ താമസിക്കാതെ 8,400 റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്യപ്പെടും. സർ, തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരൊക്കെ ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഡിഫൻസ് സെക്ടറിൽ താങ്കളുടെ ഫോക്കസിൽ വരുന്ന ഓഹരികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സ്റ്റോക്സ് ഏതൊക്കെയാണ്? ഔട്ട് പെർഫോമൻസ്, ഇപ്പോൾ ഓൾറെഡി ഒരു റാലി നടന്ന ഓഹരികളെക്കാൾ ഉപരി ഏതെങ്കിലും ഓഹരിയിൽ ഇനിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളതായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസിലേക്ക് എത്തുന്നത്. ആദ്യം ഇപ്പോൾ നമുക്ക് ഓൾറെഡി റാലി നടത്തിയ ഓഹരിയിലേക്ക് വരാം. ആദ്യത്തേത് ഗാർഡൻ റീച്ച് ആണ്. ഗാർഡൻ റീച്ചിനെ സംബന്ധിച്ചിട്ട് വളരെ മാസീവായിട്ടൊരു റാലിയാണ്. എനിക്ക് തോന്നി ഒരു ജനുവരി പകുതിയിലൊക്കെ നമ്മൾ മാർക്കറ്റ് പ്ലേസ് സംസാരിക്കുമ്പോഴേക്കും പൊതുവേ ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളൊക്കെ ടെക്നിക്കലി വളരെ വീക്ക് ആയിട്ടൊരു സ്റ്റേറ്റിലായിരുന്നു നിലനിൽക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു വീക്ക് പരിശോധിക്കുമ്പോഴേക്കും ആ കഥയെല്ലാം മാറിയിരിക്കുകയാണ്. GRSയുടെ നമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. വളരെ മികച്ച നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാൻ കമ്പനിക്ക് കഴിഞ്ഞു. അതിന് പിന്നാലെ വളരെ ശക്തമായിട്ടൊരു റാലി, ഓൾമോസ്റ്റ് ഒരു 20% മുകളിലൊരു റാലിയാണ് കണ്ടത്. സോ GRSയിലുള്ള ഈ ഒരു റാലിനെ എങ്ങനെയാണ് നോക്കുന്നത്? സോ GRSയുടെ കേസിൽ കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് യെസ്, ലോങ് ടേം ട്രെൻഡ് ബെയറിഷിൽ നിന്നും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. അറ്റ് ദ മൊമെൻറ്റ് നമുക്കൊരു 100% കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. ബട്ട് അണ്ടർ ടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. ഗാർഡൻ റീച്ചിൻ്റെ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 3,000 രൂപയിൽ. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു അപ്സൈഡ് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് മേജർ സപ്പോർട്ട് കിട്ടാൻ പോകുന്നത് അറൗണ്ട് 2,400 റുപ്പീസ്. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഇതിൽ താങ്കളുടെ ഫോക്കസിലേക്ക് പർട്ടിക്കുലർലി ഇപ്പോൾ നിൽക്കുന്ന ഏതെങ്കിലും ഓഹരികളുണ്ടോ? സി, നാച്ചുറലി ഇറ്റ് ഈസ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്. ബട്ട് ഗാർഡൻ റീച്ചിനെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് നമ്മളിപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ് നോക്കുമ്പോഴേക്കും കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ കേസിലും നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. ബട്ട് കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ റിക്കവറി കമ്പയർഡ് ടു ഗാർഡൻ റീച്ച് അത്രത്തോളം പോരാ. ആൻഡ് നമ്മൾ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ കേസിലും ശ്രദ്ധിച്ചിരിക്കേണ്ട 1,840 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും. വരും സെഷൻസിൽ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് അവിടെയും ബുള്ളിഷായി മാറും. മാസഗോൺ ഡോക്കിൻ്റെ കേസിലും ഗാർഡൻ റീച്ചിനെ അപേക്ഷിച്ച് അണ്ടർ പെർഫോമൻസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2,650 അതിനുശേഷം 2,920 ആയിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. ബട്ട് ഈ ഒരു ഡിഫൻസ് മേഖലയിൽ ഏറ്റവും സ്റ്റാറായിട്ട് നമുക്ക് കഴിഞ്ഞ ഒരു 10-15 സെഷൻസിൽ നേട്ടം നൽകിയിരിക്കുന്നത് ഇറ്റ് ഈസ് ഭാരത് ഇലക്ട്രോണിക്സ്. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ ഒരു ബഡ്ജറ്റിലും ഭാരത് ഇലക്ട്രോണിക്സ് ഒരു വലിയ ബെനിഫിഷ്യറി ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഐ തിങ്ക് ഇൻ ദിസ് ബഡ്ജറ്റ് ഒത്തിരി ത്രസ്റ്റ് ഡിഫൻസ് ടെക്നോളജിയിലോട്ട് ത്രസ്റ്റ് കൊടുക്കാൻ ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. സർ, ഏതായാലും ഡിഫൻസ് കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ ഫോക്കസിലേക്ക് എത്തുന്ന മറ്റൊരു സെക്ടർ റെയിൽവേ ആണ്. കാരണം റെയിൽവേ സംബന്ധിച്ചിട്ട് നമ്മളിപ്പോൾ പ്രത്യേകിച്ചും ഒരു 2020-21 കാലത്തിന് ശേഷമൊക്കെ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ വളരെ മാസീവായിട്ടുള്ള മാറ്റങ്ങളായിരുന്നു ഇന്ത്യൻ റെയിൽവേയിൽ വന്നിരിക്കുന്നത്. വലിയ തോതിലുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ ട്രാക്കിൻ്റെ എക്സ്പാൻഷനും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ റെയിൽവേ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ഇപ്പോഴൊക്കെ പരിശോധിക്കും, പണ്ടൊക്കെ ആണെങ്കിൽ പുതിയ ട്രെയിൻ പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ഒരു പുതിയ റൂട്ട് കണക്റ്റഡ് പ്രഖ്യാപിച്ചു തുടങ്ങിയൊക്കെ. ഇപ്പോൾ ആ ഒരു സ്റ്റേജ് ഇലക്ട്രിഫിക്കേഷൻ അടക്കം ഓൾമോസ്റ്റ് എൻഡിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ പ്രധാനമായിട്ടും ഒരു റെയിൽവേ മോഡേണൈസ് ചെയ്യുക, ഇപ്പോൾ സ്റ്റേഷൻസ് റീഡെവലപ്പ് ചെയ്യുക, മറ്റ് അത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് കേന്ദ്ര സർക്കാർ പ്രധാനമായിട്ടും ഊന്നൽ നൽകിയിരിക്കുന്നത്. സോ റെയിൽവേയിലുള്ള അലോക്കേഷൻ ഇപ്പോൾ പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു അലോക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. നിലവിലുള്ള ആ ഒരു പോളിസി കണ്ടിന്യൂ ചെയ്യാൻ തരത്തിലുള്ള അത്തരം അലോക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നൊരു പ്രതീക്ഷിക്കുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? എത്രത്തോളം ഒരു അലോക്കേഷൻ, ഒരു ഇൻക്രീസ് ഉണ്ടാകുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? റെയിൽവേയുടെ കേസിലും ഐ തിങ്ക് ദർ വിൽ ബി സിഗ്നിഫിക്കൻറ്റ് അലൊക്കേഷൻ. കാര്യം അല്ല പറഞ്ഞതുപോലെ നമ്മൾ റെയിൽവേസിനെ കംപ്ലീറ്റ്ലി മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ നമുക്കറിയാം ഒത്തിരി വന്ദേ ഭാരത് ട്രെയിൻസ് വരുന്നു, അമൃത് ഭാരത് ട്രെയിൻസ് വരുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി സേഫ്റ്റിക്ക് വേണ്ടി ഒത്തിരി എൻഹാൻസ്മെൻറ്റ്സ് റെയിൽവേസിൽ കാണുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി അതുകൊണ്ട് ട്രാക്കുകൾ ക്വാളിറ്റി വർദ്ധിപ്പിക്കും. ആൻഡ് പുതിയ കോച്ചസ് കൊണ്ടുവരും. സോ കോച്ച് എന്ന് പറയുമ്പോഴേക്കും ഐ തിങ്ക് ഭാരത് എർത്ത് മൂവേഴ്സ് ഈസ് ഇൻ ടു കോച്ച് ബിൽഡിംഗ്. സോ ദാറ്റ് വിൽ ബി എ സിഗ്നിഫിക്കൻറ്റ് ബെനിഫിഷ്യറി. ബട്ട് നമ്മൾ യൂഷ്വൽ റെയിൽവേ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും വെദർ ഇറ്റ് ഇസ് RVNL, റെയിൽ ടെൽ, IRCTC മുതലായ സ്റ്റോക്സിലൊന്നും തന്നെ കാര്യമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നില്ല. RVNLൻ്റെ കേസിൽ 360 രൂപയായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്താൽ വലിയൊരു അപ്സൈഡ് കാണാൻ സാധിക്കും. ആൻഡ് റെയിൽ ടെലിൻ്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 380 രൂപ. സർ, റെയിൽവേ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇപ്പോൾ നമുക്ക് അധികം ആളുകളുടെ ഫോക്കസിലേക്ക് എത്താത്ത ഒരു സെക്ടർ എന്ന് പറയുന്നത് അഫോർഡബിൾ ഹൗസിംഗ് ആണ്.
അഫോർഡബിൾ ഹൗസിങ്ങിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും പെട്ടെന്ന് ആ ടേം കേൾക്കുമ്പോൾ വളരെ മോഡറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീടുകൾ നിർമ്മിച്ച് നൽകുക എന്ന രീതിയിൽ നമുക്കത് വേണമെങ്കിൽ ഒരു കോമൺ ടേമായിട്ട് പറയാം. പക്ഷെ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം അത് 45 ലക്ഷം രൂപ ഒരു കോസ്റ്റ് വെച്ചുകൊണ്ട് വീടുകൾ നിർമ്മിക്കുന്നതിനാണ് പൊതുവെ അഫോർഡബിൾ ഹൗസിംഗ് എന്ന് പറയുന്നത്. ഈ മേഖലയ്ക്ക് വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷകൾ ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും റിയൽ എസ്റ്റേറ്റ് മേഖലയൊക്കെ പരിശോധിക്കുമ്പോഴേക്കും വലിയ തോതിലുള്ള വലിയ തോതിലൊരു സമ്മർദ്ദം നേരിടുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. സോ ഈ ഒരു അഫോർഡബിൾ ഹൗസിങ്ങിലൂടെ എത്രത്തോളം റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് ഒരു അലോക്കേഷൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അഫോർഡബിൾ ഹൗസിങ്ങിൻ്റെ ഡെഫിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഹൗസ് അപ് ടു 45 ലക്ഷം രൂപ വരെ അഫോർഡബിൾ ഹൗസിങ്. സോ ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി നമ്മളൊരു സിറ്റിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ 45 ലക്ഷം കൊണ്ട് ഇന്നൊന്നും ആവുന്നില്ല. സോ ഒത്തിരി ഡിമാൻഡ് ഇൻഡസ്ട്രിയും കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. അത് എത്രത്തോളം ഫിനാൻസ് മിനിസ്റ്റർ സ്വീകരിക്കുമെന്ന് ഇസ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ബട്ട് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ ഒരു 90 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ആ അഫോർഡബിൾ ഹൗസിങ്ങിൻ്റെ ഡെഫിനേഷൻ മാറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യെസ് അത് ആ ക്യാപ്പ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ബിഗ് സെൻറ്റിമെൻറ്റ് ബൂസ്റ്റർ ഫോർ ദാറ്റ് എൻറ്റയർ സെക്ടർ. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ചില എക്സ്പെക്റ്റേഷൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇൻകം ടാക്സിൽ, അതായത് ഇപ്പോൾ 2 ലക്ഷം വരെയാണ് ആ ഒരു ഇൻകം ടാക്സിൽ ഒരു എക്സംഷൻ വന്നിരിക്കുന്നത്, 5 ലക്ഷം വരെ ഉയർത്തണമെന്നടക്കമുള്ള പല ആവശ്യങ്ങളും അത്തരം ഒരു ആവശ്യമൊക്കെ നടപ്പിലാകില്ല. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും? 2 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷം വരെ ഇറ്റ് ഈസ് അഗെയിൻ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ടു ദ ഫിനാൻസ് മിനിസ്റ്റർ. എനിക്ക് തോന്നുന്നില്ല അത് നടക്കാൻ പോകുന്നുണ്ടെന്ന്. എനിക്ക് തോന്നുന്നത് ആ ഒരു സെൻറ്റിമെൻറ്റിനെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടി ഫിനാൻസ് മിനിസ്റ്റർ ഒരു 2 ലക്ഷത്തിൽ നിന്ന് 2.25 അല്ലെങ്കിൽ ഒരു 2.5 ലക്ഷം വരെ അത് ഇൻക്രീസ് ചെയ്ത് ഐ തിങ്ക് ദാറ്റ് ഇറ്റ് സെൽഫ് വിൽ ബി എ ബിഗ് ബൂസ്റ്റ് ആസ് ഫാർ ആസ് ദ റീറ്റെയിൽ സെഗ്മെൻറ്റ് ഇസ് കൺസേൺ. സർ, അപ്പം തീർച്ചയായിട്ടും ഈ ഒരു അഫോർഡബിൾ ഹൗസിംഗ് പറയുമ്പോഴേക്കും നമുക്ക് ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ ഒഴിവാക്കാൻ സാധിക്കില്ല. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു മേഖലയിലെ പ്രമുഖ കമ്പനി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. LIC ഹൗസിംഗ് ഫിനാൻസിനെ സംബന്ധിച്ചിട്ട് ടെക്നിക്കലി നോക്കുമ്പോഴേക്കും 2026 ഓഹരിയെ സംബന്ധിച്ച് അത്ര പോസിറ്റീവായിട്ടല്ല നിൽക്കുന്നത്. വീക്ക്ലി ബേസൊക്കെ പരിശോധിക്കുമ്പോഴേക്കും വളരെ മാർജിനലായിട്ട് ഒരു 4% അടുത്തുള്ള ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയർ ടു ഡേറ്റ് ആണെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ, മാർജിനലായിട്ടൊരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. സോ LIC ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഒരു ടെക്നിക്കൽ വ്യൂ എങ്ങനെയാണ്? ഒപ്പം തന്നെ ഇത്തരമൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ ഓഹരിയിൽ എത്രത്തോളം അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും? LIC ഹൗസിങ്ങിൻ്റെ കേസിൽ ജൂലൈ മുതൽ കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെൻറ്റ് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഷോർട്ട് കവറിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് 560 അതിനുശേഷം 585 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഈ സ്റ്റോക്കിന് ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ പോകുന്നുള്ളൂ. ബട്ട് കമ്പയർഡ് ടു LIC ഹൗസിംഗ് നമ്മൾ ഈ ഒരു സെക്ടറിൽ ഒരു സ്റ്റോക്ക് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി കാൻഫിൻ ഹോംസ്. കാൻഫിൻ ഹോംസിൻ്റെ കേസിൽ ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് ഓവറോൾ മാർക്കറ്റിലും മറ്റ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസിൽ ഇത്രത്തോളം ബെയറിഷ്നെസ് നടക്കുന്ന സമയത്തും ഓഗസ്റ്റ് മാസത്തിന് ശേഷം നമുക്ക് വലിയ തോതിൽ ഒരു അപ്സൈഡാണ് കാണാൻ സാധിക്കുന്നത്. കാൻഫിൻ ഹോംസിൻ്റെ കേസിൽ 960 രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ we will see a huge upside. So housing മേഖലയിൽ എന്തെങ്കിലും ഒരു റിഫോംസ് നടക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് കാൻഫിൻ ഹോംസ് ഷുഡ് ബി വൺ സ്റ്റോക്ക് ടു ഫോക്കസ് ഓൺ. ഈ ഒരു സെക്ടറിൽ മറ്റൊരു PSU കമ്പനി കൂടി നമുക്കൊന്ന് പരിഗണിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പ്രധാനമായിട്ടും ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചിട്ട് പൊതുവേ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണുന്നത്. ഒരു കഴിഞ്ഞ ദിവസങ്ങളിലും ഏകദേശം വെള്ളിയാഴ്ചയും ഓൾമോസ്റ്റ് ഒരു 6% മുകളിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ ഹഡ്കോയെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്? ഹഡ്കോയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരു പോസിറ്റിവിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമുക്ക് ഒരു അല്പം സ്റ്റെബിലിറ്റി കാണാൻ സാധിച്ചെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ഹഡ്കോയുടെ കേസിൽ വീണ്ടും സെല്ലിംഗ് പ്രഷറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ കേസിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 188 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 230 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അടുത്തായിട്ട് നമുക്ക് ബാങ്കിങ് മേഖലയിലേക്കൊന്ന് പോകാം. ബാങ്കിങ്ങിനെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും PSU ബാങ്ക് ഒരുപാട് ഈ ഒരു 2026 അല്ലെങ്കിൽ 25 പകുതി മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും പലപ്പോഴും ബെഞ്ച്മാർക്ക് ഇൻഡെക്സുകളെക്കാളും ഔട്ട് പെർഫോമൻസ് നടത്തുന്ന തരത്തിൽ ബെഞ്ച്മാർക്ക് ഇൻഡെക്സിൽ ഒരു വീക്ക്നെസ് നേരിടുമ്പോൾ പോലും അവിടെയൊക്കെ റെസീലിയൻസ് പ്രകടിപ്പിച്ച ഒരു സെക്ടർ കൂടിയാണ് PSU. പ്രത്യേകിച്ചും നമ്മൾ പലപ്പോഴും മാർക്കറ്റ് പ്ലേസിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ന്യൂസ് ബേസ്ഡ് റിയാക്ഷൻ വലിയ തോതിൽ ഈ ഒരു ഓഹരികൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. PSU ബാങ്കിങ്ങിൻ്റെ അല്ലെങ്കിൽ PSU ബാങ്കുകളുടെ
ബാങ്കുകളുടെ ഒരു അമാൽഗമേഷന് സർക്കാർ തയ്യാറെടുക്കുന്നു. ഇനി മുതൽ മുന്നോട്ടേക്ക് പോകുമ്പോഴേക്കും 4 പ്രധാനപ്പെട്ടിട്ടുള്ള PSU ബാങ്കുകൾ മാത്രമായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാവുക എന്നടക്കമുള്ള പല തരത്തിലുള്ള ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വലിയ തോതിൽ സർക്കാർ ഈ ഒരു മേഖലയിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന അടക്കമുള്ള അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ PSU ബാങ്ക് ഇൻഡെക്സിലുള്ള അല്ലെങ്കിൽ ആ ഒരു ബാങ്കിങ് മേഖലയിലുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഈ ഒരു ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ബഡ്ജറ്റ് അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? ഈ ഒരു സെക്ടറിൽ നമ്മൾ കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് നമ്മൾ ഒത്തിരി പ്രതീക്ഷ. 4 വർഷം എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് ടൈമിൽ മാത്രമല്ല, ഈവൻ ഔട്ട്സൈഡ് ഓഫ് ദ ബഡ്ജറ്റ് ഒത്തിരി റൂമേഴ്സും സ്റ്റോറീസും PSU ബാങ്ക് മേജേഴ്സിനെ കുറിച്ച് കേൾക്കാറുണ്ട്. സോ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഒരു അവസരം ഫിനാൻസ് മിനിസ്റ്റർ ഉപയോഗിക്കും. പബ്ലിക് സെക്ടർ ബാങ്കിങ് കമ്പനീസിൻ്റെ റിഫോർമേഷനെ കുറിച്ച് എന്തെങ്കിലും ഒരു അനൗൺസ്മെൻറ്റ് ഞാൻ തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ബഡ്ജറ്റിൽ തന്നെ ഈ 2 ബാങ്ക് ആയിരിക്കും ലയിക്കുക. ആ ഒരു അനൗൺസ്മെൻറ്റ് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഒരു ബ്രോഡ് പോളിസി തീരുമാനങ്ങളായിരിക്കും വരാൻ ചാൻസസ് ഉള്ളത്. നമ്മൾ PSU ബാങ്ക് ഇൻഡെക്സിൻ്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു. 900-200 റെസിസ്റ്റൻസ് ആയിരിക്കാൻ ശ്രദ്ധിക്കുന്നത്. ഇതിൽ എടുത്ത് പറയാനുള്ള 2 PSU ബാങ്കിങ് സ്റ്റോക്സ്, ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം പുതിയൊരു ഓൾ ടൈം ഹൈലായിരുന്നു ക്ലോസിംഗ് നൽകിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യൻ ബാങ്കിൻ്റെ കേസിലും അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. ആൻഡ് കാനറ ബാങ്കിൻ്റെ കേസ് എടുക്കുമ്പോഴേക്കും അൺഫോർച്ചുനേറ്റ്ലി ഒത്തിരി സെല്ലിംഗ് പ്രഷർ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്ക് കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. കാര്യം നെഗറ്റീവ് ട്രെൻഡ് റിവേഴ്സലിനൊരു പോസിബിലിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. സർ, ഇപ്പോൾ അതിനാണ് തന്നെ നമുക്ക് ചോദിക്കേണ്ടത്, ഈ ചെറിയ PSU ബാങ്ക് ഓഹരികളിലുള്ള ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണ്? കാരണം പലപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു PNB, SBI പോലെയുള്ള ഓഹരികളിലേക്കാണ്. അതിനോടൊപ്പം തന്നെ ചെറിയ PSU ഓഹരികളിലുള്ള ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണ്? സോ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എടുക്കുകയാണെങ്കിൽ ഡിസംബർ മാസത്തിന് ശേഷം നമുക്ക് 26 രൂപയ്ക്ക് അടുത്ത് ഒത്തിരി ബൈയിങ് ആൻഡ് കൺസോൾട്ടേഷനും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്ക് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. 30 രൂപയുടെ മേജർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്സൈഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതേസമയം നമ്മൾ യൂക്കോ ബാങ്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും 28 രൂപയിലാണ് കൺസോൾട്ടേഷൻ നടക്കുന്നത്. 31 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിലും വലിയൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാം. IOBയുടെ കേസ് എടുക്കുമ്പോഴേക്കും 33 രൂപ ഇസ് ദ മേജർ സപ്പോർട്ട് ഏരിയ. ഈ സ്റ്റോക്കിൻ്റെ മേജർ റെസിസ്റ്റൻസ് വെച്ച് ചെയ്യുമ്പോൾ 38 രൂപ 50 പൈസ. സർ, അടുത്തായിട്ട് നമുക്ക് PSU ബാങ്കിനോടൊപ്പം തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്കിനെ കുറിച്ച് കൂടി സംസാരിക്കണം. പ്രൈവറ്റ് സെക്ടറിനെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നു PSU ബാങ്കുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴേക്കും പൊതുവേ ഒരല്പം അണ്ടർ പെർഫോമൻസ് ആണ് പല ഓഹരികളും നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും HDFC ഏറ്റവും വലിയ ഹെവി വെയിറ്റ് ആയിട്ടുള്ള HDFC ബാങ്കിൻ്റെ ഓഹരികളൊക്കെ പരിശോധിക്കുമ്പോഴേക്കും നമുക്ക് അത്തരമൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് റീസെൻ്റ്ലി കാണാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു HDFC ബാങ്കിൻ്റെ ഒരു ടെമ്പററി ആയിട്ടൊരു ബോട്ടം കണ്ടു എന്ന തരത്തിലുള്ളൊരു അപ്ഡേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. സോ HDFC ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്ക് എങ്ങനെയാണ്? HDFC ബാങ്കിൻ്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ടെമ്പററി ബോട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഷോർട്ട് ടേമിന് ഒരു പൊസിഷനെ നോക്കുകയാണെങ്കിൽ 942 റെസിസ്റ്റൻസ് ആയിരിക്കാം ശ്രദ്ധിക്കേണ്ടത്. അതേസമയം നമ്മളിപ്പോൾ ICICI ബാങ്കിൻ്റെ കേസ് എടുക്കുമ്പോഴേക്ക് 1420 റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക. ആൻഡ് ആസ് മേജർ സപ്പോർട്ട് 1320. ആൻഡ് ആക്സിസ് ബാങ്കിൻ്റെ കേസ് എടുക്കുമ്പോഴേക്ക് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു. 4 മേജർ PSU ബാങ്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, അതായത് കോട്ടക് ബാങ്കിനെയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിസ് ബാങ്ക് ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ഓഫ് ദ 4. അടുത്തായിട്ട് നമുക്ക് സാർ ഇൻഷുറൻസ് സെക്ടറിലേക്ക് പോകാം. കഴിഞ്ഞ തവണത്തെ ഒരു ബഡ്ജറ്റ് പരിശോധിക്കുമ്പോൾ ബഡ്ജറ്റിൽ കഴിഞ്ഞ തവണ ഒരുപാട് മാറ്റങ്ങൾ വന്നൊരു സെക്ടർ കൂടിയാണ് ഇൻഷുറൻസ്. കാരണം FDI ഈ ഒരു മേഖലയിലേക്ക് 100% അനുവദിച്ചടക്കമുള്ള പല തരത്തിലുള്ള മാറ്റങ്ങൾ, വലിയ തോതിലുള്ള മാറ്റങ്ങളും ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രീമിയത്തിൽ GST ഒഴിവാക്കിയതടക്കമുള്ള നടപടികളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇൻഷുറൻസ് സെക്ടറിൽ വീണ്ടും അത്തരത്തിലുള്ള ഏതെങ്കിലും വളരെ റിഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അറ്റ് ദ മൊമെൻറ്റ് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ ഒരു സെക്ടറിൽ അങ്ങനെ ഒരു മേജർ റിഫോംസ് എൻ്റെ അഭിപ്രായത്തിൽ കാര്യമായിട്ട് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ തന്നെ ഇല്ല. ആൻഡ് നമ്മൾ ഈ ഒരു സെക്ടറിലെ മേജർ സ്റ്റോക്സിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻഫോംഡ് ബൈയിങ് ഒന്നും തന്നെ ഈ 3 സ്റ്റോക്സിലും കാണാൻ സാധിക്കുന്നില്ല. സോ അറ്റ് ദ മൊമെൻറ്റ് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ഇതിൽ LICയുടെ കേസ് എടുക്കുമ്പോഴേക്കും 900 രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ കഴിഞ്ഞ 1 മാസമായിട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൈവശം പൊസിഷൻസ് ഉണ്ടെങ്കിൽ 1940 സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്.
സർ, LICയുടെ കേസ് സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ പല തരത്തിൽ PSU മേഖലയിൽ നിന്ന് സർക്കാർ പിന്തിരിയുന്ന സ്റ്റേക്ക് സെയിൽ നടത്തുന്ന ഒരു സ്ഥിതിയാണ്. സോ അത്തരം ഒരു പ്രഖ്യാപനം LICയുമായി ബന്ധപ്പെട്ട് LICയിൽ നിന്ന് കൂടുതലായിട്ട് ഓഹരികൾ വിറ്റഴിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ ഓഹരി അതെങ്ങനെയായിരിക്കും ലോങ് ടേമിൽ ഇമ്പാക്ട് ചെയ്യുക? എനിക്ക് തോന്നുന്നില്ല ഫിനാൻസ് മിനിസ്റ്റർ ഇമ്മീഡിയറ്റ്ലി LICയുടെ സ്റ്റേക്ക് സെയിൽ നടത്തുമെന്ന്. അതിൻ്റെ മെയിൻ റീസൺ ഒരിക്കലും ഗവൺമെൻറ് ഒരു സ്റ്റോക്കിൻ്റെ വില ഇടിഞ്ഞിരിക്കുന്ന സമയത്ത് അത് സെല് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഒരു ചെറുതായിട്ട് ബാക്ക് ഹിസ്റ്ററിയിലോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ LICയുടെ ലാസ്റ്റ് പബ്ലിക് IPO വരുന്ന സമയത്തുള്ള പ്രൈസിനേക്കാൾ ഒത്തിരി താഴെ ഇപ്പോഴും ട്രേഡിംഗ് നടത്തി വരുന്നത്. സോ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഗവൺമെൻറ് ഓഫ് ഇന്ത്യ LICയുടെ സ്റ്റേക്ക് സെയിൽ നടത്തുമെന്ന്. ഇനി അഥവാ അങ്ങനെ ഒരു സ്റ്റേക്ക് സെയിൽ അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു ഇടിവ് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സിറപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു ഗവൺമെൻറ് കണ്ടീഷൻ പരിശോധിക്കുമ്പോൾ ഇൻകം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് അല്പം കാരണം GSTയിൽ ഇളവ് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ട്രംപിൻ്റെ താരിഫ് പ്രഖ്യാപനങ്ങളെ തുടർന്ന് വലിയ തോതിൽ എക്സ്പോർട്ട് ഇൻകത്തെ അത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും കൂടുതലായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന പ്രതീക്ഷ. അതിൽ തന്നെയും കഴിഞ്ഞ് നമുക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഗവൺമെൻറ് കൈവശം ധാരാളം ഐഡിയൽ ലാൻഡ് അസറ്റ്സ് ഉണ്ട്. അതിനെ മോണിറ്റൈസ് ചെയ്യത്തക്ക വിധത്തിലുള്ള പല പദ്ധതി പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഒരു ഫോക്കസിലേക്ക് എത്തുന്നത് BEML ലാൻഡ് അസറ്റ്സ് ലിമിറ്റഡ് എന്നൊരു ഓഹരിയും അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസുമാണ്. കാരണം ഈ 2020-21 കാലഘട്ടത്തിലായിരുന്നു ഒരു ബഡ്ജറ്റിലായിരുന്നു ഈ ഒരു എൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഐഡിയലായിട്ടിരിക്കുന്ന അസറ്റ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് അതൊരു ഭാരമായിട്ട് നിലനിൽക്കുമെന്നും അതിനെ തുടർന്ന് അതുകൊണ്ട് തന്നെ അത്തരം അസറ്റുകളിൽ നിന്ന് കൂടുതലായിട്ട് മോണിറ്റൈസേഷൻ നടത്തിക്കൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നൊക്കെയായിരുന്നു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ ഏതെങ്കിലും തരത്തിലൊരു പ്രഖ്യാപനം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഗവൺമെൻറ് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഗവൺമെൻറ് അസറ്റ് മോണറ്റൈസേഷനെ കുറിച്ച് ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്യാറുണ്ട്. അതിനെ തുടർന്നായിരുന്നു നമുക്ക് 2 PSU സ്റ്റോക്സ്, അതായത് ഭാരത് എർത്ത് മൂവേഴ്സ് ആൻഡ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കേസിൽ നമുക്ക് പുതിയ 2 കമ്പനികൾ രൂപീകരിക്കുന്നത് കാണാൻ സാധിച്ചു. BEML ലാൻഡ് അസറ്റ്സ് ആൻഡ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലാൻഡ് അസറ്റ്സ്. നമ്മളിപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മറ്റ് പബ്ലിക് സെക്ടർ കമ്പനീസ് നോക്കുകയാണെങ്കിൽ ഒത്തിരി കമ്പനികളുണ്ട് വിച്ച് ഹവ് ഗോട്ട് എ ഹ്യൂജ് ലാൻഡ് അസറ്റ്സ്. ഇപ്പോൾ കേരളത്തിലെ കേസ് എടുക്കുകയാണെങ്കിൽ FACT തന്നെയുണ്ട് വിച്ച് ഹസ് ഗോട്ട് എ ഹ്യൂജ് ലാൻഡ് ബാങ്ക്. ബട്ട് യെസ്, അതിനെക്കുറിച്ച് ഡെഫിനറ്റ്ലി നമ്മൾ കാത്തിരിക്കണം. അതിനെക്കുറിച്ച് എന്തെങ്കിലും മേജർ സിഗ്നിഫിക്കൻ്റ് അനൗൺസ്മെൻറ്റ്സ് നടക്കുന്നുണ്ടോ എന്ന്. അത് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ മെത്തേഡ് ഇൻ വിച്ച് ഗവൺമെൻറ് ക്യാൻ റൈസ് എ ക്യാഷ്. അതായത് ഒരു ഓഫർ ഫോർ സെയിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടർ കമ്പനിയുടെ സ്റ്റേക്ക് സെയിൽ നടത്താതെ തന്നെ മറ്റൊരു മെത്തേഡ് ഓഫ് റൈസിംഗ് ഫൈനാൻസ് ഇസ് മോണിറ്റൈസിങ് ദ ലാൻഡ് അസറ്റ്സ്. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഓഹരിയിലേക്ക് കൂടി ഒന്ന് വളരെ പെട്ടെന്ന് വരേണ്ടതുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ സംസാരിച്ചത് BEML ലാൻഡ് അസറ്റ്സും അതിനോടൊപ്പം ഷിപ്പിംഗ് കോർപ്പറേഷൻ ലാൻഡ് അസറ്റ്സുമായി ബന്ധപ്പെട്ടുള്ളായിരുന്നു. ആദ്യം BEML ലാൻഡ് അസറ്റ്സിലേക്ക് വരാം. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് പൊതുവേ ഒരു വീക്കായിട്ടൊരു സെഷനാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചയും ഒരു നെഗറ്റീവ് ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത്തരം പ്രഖ്യാപനങ്ങൾ ഏതെങ്കിലും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടൊരു പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ BEML ലാൻഡ് അസറ്റ്സ് ആൻഡ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നില്ല ഒരു വിധത്തിലും ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ലാൻഡ് അസറ്റ്സ് അല്ലെങ്കിൽ BEML ലാൻഡ് അസറ്റ്സിൻ്റെ ഷെയർ പ്രൈസിൽ ഈ ബഡ്ജറ്റ് അനൗൺസ്മെൻറ്റിനെ കുറിച്ചൊരു വർധനവ് ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല. ബിക്കോസ് ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ദ ബഡ്ജറ്റ് ഈസ് ഗോയിങ് ടു പ്രസൻറ്റ് ടു അസ്. നമ്മൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലാൻഡ് അസറ്റ്സിൻ്റെ കേസിൽ 60 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കത്തുള്ളൂ. സിറപ്പം തന്നെ നമുക്ക് അതിനോടൊപ്പം മറ്റ് ചില സെക്ടേഴ്സിലേക്ക് കൂടി വരേണ്ടത്. പ്രധാനമായിട്ട് ഇപ്പോൾ ബഡ്ജറ്റ് എന്ന് കേൾക്കുമ്പോഴേക്കും എല്ലാവരുടെയും മനസ്സിലേക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇളവുകളൊക്കെ ആയിരിക്കും. ടാക്സിൽ തന്നെയും പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ 12 ലക്ഷം വരെയുള്ള ഇൻകം ടാക്സിൽ പരിധി ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ പരിശോധിക്കുമ്പോഴേക്കും അത്തരമൊരു റിലാക്സേഷൻ നടത്താൻ പറ്റുന്ന ഒരു ഫിസ്ക്കൽ കണ്ടീഷനിലല്ല ഗവൺമെൻറ് നിൽക്കുന്നത്. ഇൻ കേസ് അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഏതൊക്കെ സെക്ടേഴ്സ് ആയിരിക്കും അതിൻ്റെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് മാറുക? അല്ല, എനിക്ക് തോന്നുന്നില്ല ആസ് ഫാർ സാലറീഡ് പീപ്പിൾ ആർ കൺസേൺഡ് പേഴ്സണൽ ഇൻകം ടാക്സ് റേറ്റ്സിലോ അതിൽ കാര്യമായിട്ട് ഒരു ചേഞ്ച് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ബെസ്റ്റ് കേസ് സിനാരിയോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരാം, അത് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇൻട്രസ്റ്റ് നമ്മളൊരു വീട് വാങ്ങിക്കുകയാണെങ്കിൽ നിലവിലുള്ള ടാക്സ് എക്സംഷൻ ഇസ് അപ് ടു 2 lakhs. ആ ഒരു എമൗണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാം. ദാറ്റ് ഈസ് ദ
സാർ, ഇപ്പം അതിനോടൊപ്പം നമുക്ക് ഇപ്പോൾ അത്തരമൊരു കാര്യം സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു കൺസംഷനെ കുറിച്ച് കൂടി സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു FMCG സെക്ടറിലൊക്കെ വലിയ തോതിൽ ഒരുപക്ഷെ ലോങ് ടേം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. സോ FMCG സെക്ടറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി FMCG സെക്ടറിൽ കാര്യമായിട്ട് നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ ഇപ്പോഴും കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് FMCG സെക്ടറിൽ നമ്മൾ മേജർ സ്റ്റോക്സ് ഇപ്പോൾ ടാറ്റ കൺസ്യൂമറിൻ്റെ കേസിൽ നല്ല റിസൾട്ടായിരുന്നു. ബട്ട് കഴിഞ്ഞ 2-3 സെഷൻസിൽ നമുക്ക് സെല്ലിംഗ് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഗോദ്രേജ് കൺസ്യൂമർ, കോൾഗേറ്റ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ മുതലായ സ്റ്റോക്സിലൊന്നും തന്നെ അറ്റ് ദ മൊമെൻറ്റ് നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഐ തിങ്ക് ദേ ആർ ഗ്രേറ്റ് വാല്യൂ പിക്സ് അറ്റ് ദ റൈറ്റ് പ്രൈസസ്. ഒപ്പം തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലെ LTCG ഒപ്പം തന്നെ STCG പോലെയുള്ള ടാക്സുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? എഗെയിൻ എനിക്ക് തോന്നുന്നില്ല LTCG ഓർ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന്. As far as stock market is concerned, security transaction taxil എന്തെങ്കിലും ഒരു ചെറിയ ഇളവ് വരുത്തിയാൽ that will be a big sentiment booster. അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കണമെന്നില്ല, ഒരു നേരിയൊരു ഡിഡക്ഷൻ കൊടുത്താൽ തന്നെ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ബിഗ് സെൻറ്റിമെൻറ്റ് ബൂസ്റ്റർ ഫോർ ദ ഷെയർ മാർക്കറ്റ്. ബട്ട് ആസ് ഫാർ as LTCG ആൻഡ് STCG are concerned, എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും തന്നെ ഈ ബഡ്ജറ്റിലില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവന്നാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ പ്ലസൻറ്റ് സർപ്രൈസ്. അതിനോട് തന്നെ ചേർത്ത് ചോദിക്കുകയാണ്, ഇപ്പോൾ അത്തരം ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ അപ്സൈഡ് മൂവ്മെൻറ്റ് എത്ര വരെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഡിഫിക്കൽട്ട് ടു സേ. നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും മാർക്കറ്റിൽ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തല്ല, എപ്പോഴും ചാർട്ടിൻ്റെ അടിസ്ഥാനത്തായിരിക്കും ഒരു തീരുമാനത്തിലോട്ട് വരുന്നത്. നമ്മൾ നിഫ്റ്റി 50യുടെ കേസ് എടുക്കുകയാണെങ്കിൽ 26,000 പോയിൻറ്റിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നിഫ്റ്റി 50 ഒരു സേഫ് സോണിലോട്ട് എത്താൻ പോകുന്നുള്ളൂ. ജനുവരി 5-ന് ശേഷം നമ്മൾ കണ്ടിരിക്കുന്ന വലിയ സെൽ ഓഫിനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി നിഫ്റ്റി 50യുടെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ വി ഹാവ് ഗോട്ട് ടു ബി വെരി കെയർഫുൾ വിത്ത് പൊസിഷൻസ്. നമ്മൾ 24,800 സപ്പോർട്ട് നിഫ്റ്റി 50 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു സെൽ ഓഫിന് വേണ്ടി നമ്മൾ റെഡി ആയിരിക്കണം. അതിനോടൊപ്പം നമ്മൾ ഓൾറെഡി ബാങ്കിങ്ങിൻ്റെ കേസൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ജനറലായിട്ട് ബാങ്കിങ് സെക്ടറിൽ ഏതെങ്കിലും തരത്തിലൊരു റിഫോംസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? Except for the public sector banking stake sale, ഞാൻ കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. ഒരു പ്ലസൻറ്റ് സർപ്രൈസ് വരാവുന്നത് കഴിഞ്ഞ വർഷം നമുക്കറിയാം പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസിന് ദേ ക്യാൻ കംപ്ലീറ്റ്ലി ഓൺ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനി എന്നൊരു മേജർ റിഫോമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ ബാങ്കിങ് മേഖലയിൽ വരുമോ? ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ടു ആൻസർ. ഏതായാലും ഫൈനലായിട്ട് ഈ ഒരു ബജറ്റിനോടനുബന്ധിച്ച് ചോദിക്കാനുള്ള മറ്റൊരു സെക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ലോകത്ത് മുഴുവൻ AI ഇങ്ങനെ ആ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് നിൽക്കുകയാണ്. പലപ്പോഴും മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങൾ പ്രത്യേകിച്ച് US-ഉമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ AIയിൽ ഇന്ത്യയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി അണ്ടർ പെർഫോമൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇനി മുന്നോട്ടേക്കൊരു വളർച്ച സാധ്യമാകണമെങ്കിൽ AIയിൽ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സോ AI മേഖലയിലേക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഒരു അലോക്കേഷനുള്ള എത്രത്തോളം സാധ്യതയാണ്? See, allocation, again, difficult question to answer, but the way to answer that is AI മേഖലയിലോട്ട് വരുമ്പോഴേക്കും ടാക്സ് ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ടാക്സ് ഹോളിഡേ കൊടുക്കാൻ പറ്റുമോ, MSME അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് സെഗ്മെൻറ്റിന് വേണ്ടി എന്തെങ്കിലും ഇളവ് കൊടുക്കാൻ പറ്റുമോ? ബിക്കോസ് നമ്മൾ കാണുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഒത്തിരി സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഇന്ത്യക്ക് പുറത്ത് പോയി സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നു. സോ അതിൻ്റെ ഒരു പ്രധാന റീസൺ ഇസ് ബിക്കോസ് ഓഫ് ദ ടാക്സ് ഹോളിഡേ ആൻഡ് ദ ടാക്സ് ബെനിഫിറ്റ്സ്, ടാക്സ് ബ്രേക്സ്. സോ ആ ഒരു റിഫോം കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഐ തിങ്ക് ഇസ് വാട്ട് വിൽ അഗെയിൻ ബൂസ്റ്റ് ദ ഇക്കോണമി. സാർ, അതിനോടൊപ്പം തന്നെ ചേർത്ത് ചോദിക്കാനുള്ളത്, ഇപ്പം അത്തരം ഒരു അനൗൺസ്മെൻറ്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ എയർടെല്ലിൻ്റെ ഒരു ഡാറ്റാ സെൻറ്റർ ആയിരുന്നു എക്സ്റ്റർ എന്ന് പറയുന്നത്. എക്സ്റ്ററിനെ സംബന്ധിച്ചിട്ട് വലിയ തോതിൽ ഈ ഒരു AI മേഖലയുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും അതിൻ്റെ പേരൻറ്റ് കമ്പനി എന്ന നിലയിൽ എയർടെല്ലിനും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുമെന്നതിൽ സംശയമൊന്നുമില്ല. സോ എയർടെൽ ഓഹരികളുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ്. എയർടെല്ലിൻ്റെ കേസിൽ കഴിഞ്ഞ 3 മാസമായിട്ട് നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷും ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസിനായി മാറിയിട്ടുണ്ട്. മേജർ സപ്പോർട്ട് 1920 രൂപയിൽ കാണുന്നത്. നമുക്ക് ഈ സ്റ്റോക്കിലൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ 2080 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സാർ, ഏതായാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇൻട്രാക്റ്റീവ് സെഷനോടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന സാർ ത്രൂ ഔട്ട് ദ സെഷൻസ് നമ്മൾ അങ്ങോട്ടേക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് ഇന്നിപ്പോൾ മാർക്കറ്റിൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള സെക്ടേഴ്സിൻ്റെ ഒരു അലോക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെക്ടേഷനുമായിട്ട് നിഖിൽ റിസർച്ച് ഡെസ്കിൽ ജോയിൻ ചെയ്യുകയാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്, കേൾക്കാമോ?
ഗുഡ് മോർണിംഗ് ആണല്ലോ. നിഖിൽ, പ്രധാനമായിട്ടും ഏതൊക്കെ സെക്ടേഴ്സ് ആയിരിക്കും ഈ ഒരു ബജറ്റിൽ തിളങ്ങുക? എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻസ്? അതല്ല, ഈ ഒരു ബജറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഡിഫൻസ് മേഖലയുടെ ഒരു ടോട്ടൽ അലോക്കേഷൻ പരിശോധിക്കുകയാണെങ്കിൽ അതായത് GDP-യുടെ 1.4% ആയിരുന്നു ഡിഫൻസ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു എക്സ്പെക്റ്റഡ് ഡിഫൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 15%-ഓളമുള്ളൊരു വർധനവാണ് നിലവിലിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിന് പിന്നിൽ പല റീസൺസ് ഉണ്ട്. നിലവിലിപ്പോൾ ജിയോ പൊളിറ്റിക്കലി പരിശോധിക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നൊരു കാര്യം ഒരു വശത്ത് നിലനിൽക്കുന്നു. അതുകൂടാതെയാണ് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡിഫൻസിൽ ഉണ്ടാകുന്ന ഒരു സ്പെൻഡിങ് കുറച്ചുകൂടി വലുതായിരിക്കും എന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ പരിശോധിക്കുകയാണെങ്കിലും മാർക്കറ്റിൽ കൂടുതലായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി നിലനിന്നില്ലെങ്കിൽ പോലും ഇന്ത്യ ഡിഫൻസ് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1.43% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കമ്പാരിറ്റീവ്ലി ഒരു വീക്ക് മാർക്കറ്റിൽ പോലും അത്രയും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ നോക്കുകയാണെങ്കിൽ മാനുഫാക്ചറിങ് സപ്ലൈ ചെയിൻ ബിസിനസ്സുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ മാനുഫാക്ചറിങ് സപ്ലൈ ചെയിൻ വർദ്ധിപ്പിക്കുക എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില സംഭവങ്ങളും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സർവീസസ് മേഖല വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കുമ്പോഴും മാനുഫാക്ചറിങ് മേഖല അല്ലെങ്കിൽ നിർമ്മാണ മേഖലയെ സംബന്ധിച്ചിടത്തോളമുള്ള കയറ്റുമതികളൊക്കെ തന്നെ ലാഗ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടാകും. അതുകൊണ്ട് തന്നെ PLI സ്കീമുകൾ ഏത് രീതിയിൽ നടപ്പാക്കും, മേക്ക് ഇൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലുള്ള സപ്പോർട്ട് നൽകും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതും നിലവിലിപ്പോൾ പരിശോധിക്കുമ്പോൾ പല ഓഹരികളെയും നിലവിലിപ്പോൾ ഈ ഒരു മേഖലയിലുള്ള ഓഹരികൾക്കും ഒരു ഫോക്കസ് നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അടുത്തതായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് മേഖലയെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള വലിയ രീതിയിലുള്ള റിഫോംസ് നിലവിലിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് FDI ലിമിറ്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലിമിറ്റ് ഇനിയും വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ ഈ ഒരു ബജറ്റിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻഷുറൻസ് മേഖലയെ സാഹചര്യത്തിൽ പരിശോധിക്കുമ്പോൾ ഈ ഒരു മേഖലയിലേക്കുള്ള ഒരു സ്പെൻഡിങ് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ്. അടുത്തായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് വരികയാണെങ്കിൽ നിലവിലിപ്പോൾ ഇയർ ഓൺ ഇയർ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സ്പെൻഡിങ് തന്നെയാണ് എപ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്കും മറ്റ് എയർപോർട്ട്, റെയിൽവേസിനും ഒക്കെ തന്നെ നടത്തി വന്നിട്ടുണ്ടായിരുന്നത്. അതായത് നിലവിലിപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ നിന്നുള്ള സ്ട്രക്ചർ സ്റ്റോക്കുകളായാലും ഒക്കെ തന്നെ നിലവിലിപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, സിമെൻറ്റ് മേഖലയിലുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ നിലവിലിപ്പോൾ ഒരു പ്രൈം ഇമ്പോർട്ടൻസ് തന്നെയാണ് ഈ ഒരു ക്യാപിറ്റൽസിന് നൽകുന്നത് എന്നൊരു കാര്യം കൂടിയാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അടുത്തായിട്ട് റെയിൽവേ അലോക്കേഷൻസിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ബജറ്റിന് മുൻപായിട്ടും എപ്പോഴും വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് രേഖപ്പെടുത്തുന്ന ഒരു മേഖല തന്നെയായിരിക്കും റെയിൽവേസ് എന്ന് പറയുന്നത്. റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഇയർ ഓൺ ഇയറിൽ ഒരു 5-10% ഒരു ഇയർ ഓൺ ഇയർ അലോക്കേഷൻ എപ്പോഴും വർദ്ധിപ്പിക്കാറുണ്ട്. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ രാജ്യത്തെ റെയിൽവേ മേഖലയുടെ ഇലക്ട്രിഫിക്കേഷൻ നിലവിലിപ്പോഴും നടന്നു കഴിഞ്ഞു. ഇനി അതിന് കടന്നിട്ട് അതിനേക്കാൾ കുറച്ചുകൂടി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്നൊരു വ്യൂ പോയിൻ്റാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ ട്രെയിനിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സിഗ്നലിംഗ് മികച്ചതാക്കണം, സേഫ്റ്റി മെഷേഴ്സ് നടപ്പിലാക്കണം, കൂടുതൽ വാഗൺസ് അഥവാ ബോഗികളൊക്കെ തന്നെ ആവശ്യമായിട്ട് വരും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ജൂബിറ്റീവ് വാഗൺസ് അടക്കമുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു ബജറ്റ് പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തായിട്ട് ഷിപ്പ് ബിൽഡിങ്ങിലേക്ക് വരികയാണെങ്കിൽ നിലവിലിപ്പോൾ മാരിടൈം കാര്യങ്ങൾക്കൊക്കെ തന്നെ വളരെ പ്രൈം ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് തന്നെ നിലവിലിപ്പോൾ രാജ്യത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ആത്മനിർഭർ ഭാരതത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നിലവിലിപ്പോൾ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ് തന്നെ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ നിർമ്മിക്കണം എന്നൊരു രീതിയിലേക്ക് മാറുന്നു. അതായത് ജിയോ പൊളിറ്റിക്കലി പരിശോധിക്കുകയാണെങ്കിൽ മുമ്പുണ്ടായിരുന്ന പല ആലൈസും സഖ്യകക്ഷികളും ഒന്നും തന്നെ ഒന്നിച്ച് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രാജ്യങ്ങളൊക്കെ തന്നെ കൂടുതൽ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് മാറുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷിപ്പ് ബിൽഡിംഗ് മേഖലയ്ക്കും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എസ്പെഷ്യലി ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചിൻ ഷിപ്പ് യാർഡ് പോലുള്ള മേഖലകൾക്കൊക്കെ തന്നെ ഓഹരികൾക്കൊക്കെ തന്നെ വലിയ പ്രൈം ഇമ്പോർട്ടൻസ് തന്നെയാണ് നിലവിലിപ്പോൾ നൽകേണ്ടതായിട്ടുള്ളത്. അടുത്തതായിട്ട് നിലവിൽ പവർ മേഖലയിലേക്ക് വരികയാണെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല നിലവിലിപ്പോൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ ഡാറ്റാ സെൻറ്റേഴ്സും മറ്റുമൊക്കെ വരികയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു പവറിൻ്റെ യൂട്ടിലൈസേഷൻ ആവശ്യമാണ്. ഒരു ഡാറ്റാ സെൻറ്ററിനും മറ്റുമൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ 60 മെഗാവാട്ട് AC ജനറേഷൻ കപ്പാസിറ്റി ഒക്കെയുള്ള TD പവർ സിസ്റ്റംസ് പോലുള്ള ഓഹരികൾക്കൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഏത് രീതിയിൽ, അതായത് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ റിന്യൂവബിൾ മേഖലയ്ക്കും വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ വാരി റിന്യൂവബിൾ എനർജീസിൻ്റെ ഒക്കെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിന് മുൻപും വളരെ
ശക്തമായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു ഘടകങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. കൂടാതെ ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ നമുക്കിതുവരെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള ഒരു പ്രൈം ഇമ്പോർട്ടൻസിലേക്ക് കടന്നു വരുന്ന ഒരു ഘടകം കൂടിയാണ്. നിലവിലിപ്പോൾ നമ്മുടെ ഒരു സപ്ലൈ ചെയിൻ പരിശോധിക്കുകയാണെങ്കിൽ ചൈനയിലേക്ക് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ആശ്രയത്വം നിലവിലിപ്പോൾ ഒരു ക്രിട്ടിക്കൽ മിനറൽസ് കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിനെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നൊരു കാര്യം കൂടിയൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റോട് കൂടി തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റ് നോക്കിക്കാണുന്നത്. ഓക്കെ നിഖിൽ, സഫാൻ, എന്തായാലും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഡേ ആണ് നമ്മളെ സംബന്ധിച്ചും വിപണിയെ സംബന്ധിച്ചൊക്കെ നിൽക്കുന്നത്. ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഏതായാലും ഈ ബഡ്ജറ്റിനെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം ഒരു പ്രത്യേകതയുള്ള ഒരു ബഡ്ജറ്റാണ്. ഒന്ന് എടുത്തു പറയേണ്ടത്, ഈ ഒരു ബഡ്ജറ്റ് ഇപ്പോൾ നടക്കുന്നത് സൺഡേ ആണ്. സൺഡേ അധിക സമയങ്ങളിലൊന്നും ബഡ്ജറ്റ് നടന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ബഡ്ജറ്റ് സൺഡേ നടക്കുകയും അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് നടന്നതായിട്ട് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു മാർക്കറ്റിലോട്ട് വരുമ്പോൾ വിപണിയെ സംബന്ധിച്ച് ഒത്തിരി പ്രതീക്ഷകളൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. എസ്പെഷ്യലി ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ എത്തരത്തിലാകും ഒരു തീരുമാനം ഉണ്ടാകുന്നതെന്നൊക്കെ തന്നെ വിപണി ഉറ്റുനോക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏതായാലും മാർക്കറ്റിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു ബഡ്ജറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, കഴിഞ്ഞൊരു ബഡ്ജറ്റിൽ വലിയ രീതിയിലുള്ള ഒരു ടാക്സ് ആയിട്ടുള്ളൊരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഒരു ടാക്സ് റിഫോംസ് ഒക്കെ വന്നൊരു സമയമായിരുന്നു. മാത്രമല്ല GSTയുടെ കാര്യം നോക്കുമ്പോഴൊക്കെ വലിയ കുറവ് വന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വലിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ രീതിയിൽ മാർക്കറ്റ് അതിനുശേഷം ഒരു മൂവിംഗ് ഒന്നും ഉണ്ടായില്ല. എസ്പെഷ്യലി അതിൻ്റെ ഒരു കാരണങ്ങളിലോട്ട് വരുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് കോർപ്പറേറ്റ് ഏണിങ്സ് തന്നെയായിരുന്നു. കോർപ്പറേറ്റ് ഏണിങ്സിൽ കാര്യമായൊരു വർധന ഉണ്ടാകാത്തതാണ് ഇത്തരത്തിലുള്ളൊരു വലിയൊരു വർധന ഉണ്ടാകാത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്ക് മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇത്തവണത്തെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ടാണ് നമുക്കുള്ളത്. എന്തായാലും സഫാൻ, ഇന്നത്തെ ഒരു വിപണി ഓപ്പൺ ചെയ്യാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ബഡ്ജറ്റ് ഡേയിലെ ഒരു ഞായറാഴ്ചത്തെ ഒരു വിപണിയാണ്. ഏതായാലും ഇന്നത്തെ ഒരു പ്രീ മാർക്കറ്റ് സെറ്റിലായിട്ടുണ്ട്. നമുക്ക് തുടക്ക സമയത്തിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ്സിലോട്ട് പോകാം. സഫാൻ, ഇന്ന് പ്രീ മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു പ്രീ മാർക്കറ്റിൽ, അതായത് ബഡ്ജറ്റ് ഡേ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നേരിയ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് പ്രീ മാർക്കറ്റ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. 25,333 എന്നൊരു നിലയിലാണ് ഇപ്പോൾ മാർക്കറ്റ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50 13 പോയിന്റിൻ്റെ നേരിയ നേട്ടമാണുള്ളത്. 25 ഓഹരികൾ നേട്ടം, 15 ഓഹരികൾ ഇടിവ്, 10 ഓഹരികൾ അൺചേഞ്ച് എന്ന നിലയിലാണ് കാണുന്നത്. സൺഫാർമ, ബജാജ് ഓട്ടോ, BL, ഇൻഡിഗോ, പവർ ഗ്രിഡ്, ITC, അപ്പോളോ ഹോസ്പിറ്റൽ, L&T തുടങ്ങിയ ഓഹരികളിലാണ് ഇന്ന് നമുക്ക് പ്രീ മാർക്കറ്റിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കുന്നത്. ഇതിൽ സൺഫാർമ ഇന്ന് 2.8% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇടിവിലോട്ട് വരുമ്പോൾ ഹിൻഡൽകോ, ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ, നെസ്ലെ ഇന്ത്യ തുടങ്ങിയ ഓഹരികളിലാണ് പ്രീ മാർക്കറ്റിൽ നമുക്ക് ഇടിവ് കാണാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി കൂടി നോക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു അഡ്വാൻസ് ഡിക്ലെയർ റേഷ്യോ കാണുന്നത് ഫ്ലാറ്റ് ആയിട്ട് നിലയിലാണ് ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. 6 ഓഹരികൾ നേട്ടം, 7 ഓഹരികൾ ഇടിവെന്നൊരു രീതിയിലാണ് പ്രീ മാർക്കറ്റ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. IDFC ഫസ്റ്റ് ബാങ്ക്, HDFC ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ആക്സിസ് ബാങ്ക്, യെസ് ബാങ്ക് തുടങ്ങിയ ഓഹരികളിലാണ് പ്രീ മാർക്കറ്റിൽ നമുക്കിപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് കാണാൻ സാധിക്കുന്നത്. ഇടിവിലോട്ട് വരുമ്പോൾ ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക് എന്നീ ഓഹരികളൊക്കെ തന്നെ ഇന്നിപ്പോൾ ഒരു ഇടിവിലാണ് പ്രീ മാർക്കറ്റ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. സഫാൻ, നമ്മൾ എന്തായാലും ഈ ഒരു പ്രീ മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സുകളുടെ കാര്യം പറഞ്ഞു. ഇനി എനിക്ക് അറിയേണ്ടത്, നമ്മൾ വാച്ച് ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ചില സെക്ടറുകളൊക്കെ ഉണ്ട്. എസ്പെഷ്യലി നോക്കുമ്പോൾ ഡിഫൻസ് അത്തരത്തിലുള്ള അല്ലെങ്കിൽ സ്റ്റീൽ, മെറ്റൽ അത്തരത്തിലുള്ള സെക്ടറുകളൊക്കെ ഒരു പ്രീ മാർക്കറ്റിൽ ഇപ്പോൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബജറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയ സെക്ടേഴ്സ് നമുക്കറിയാം ഡിഫൻസ്, PSU ബാങ്ക്, മെറ്റൽ മേഖലയിലാണ്. അതിൽ പ്രീ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് ഇൻഡെക്സിലാണ് ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നത്. ഏകദേശം 0.82% അപ്പ് മൂവ്മെൻറ്റ് ഉണ്ട്. നമുക്കറിയാം റീസെൻ്റ്ലി ബോട്ടം ലെവലിലെല്ലാം സ്ട്രോങ് ബൈങ് ഇൻട്രസ്റ്റ് ആയിരുന്നു ഡിഫൻസ് ഇൻഡെക്സിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാക്ട് ഡേ നോക്കുകയാണെങ്കിൽ 19 ഡിസംബറിലെല്ലാം സ്ട്രോങ് ലോവർ ലെവലിൽ നിന്ന് സ്ട്രോങ് വോളിയം ആക്ഷൻ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിഷ്ണു, നമുക്കറിയാം ഈ ഒരു മാർക്കറ്റിൽ മേ ബി ഒരു സ്ട്രോങ് മൊമെൻറ്റം സെക്ടറായി, അതായത് ബജറ്റ് ഡേയിൽ നല്ലൊരു അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ ഡിഫൻസ് ഓഹരികളിൽ എസ്പെഷ്യലി കൊച്ചി ഷിപ്പ്യാർഡ്, അതുപോലെ GRSC, മാസ്ഡോക്ക് ഓഹരികളിലെല്ലാം ഒരു മൊമെൻ്റ് റാലി എക്സ്പെക്റ്റേഷൻസ് തന്നെയാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. എന്തായാലും നമുക്ക് മാർക്കറ്റ് ഇനി ഓപ്പൺ ആകാൻ വേണ്ടി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് നമുക്ക് എന്തായാലും ഇന്ന് ലെവൽസ് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു പതിവ് രീതി തന്നെ തുടരേണ്ടതുണ്ട്. കാരണം നിഫ്റ്റി 50യും ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലെവൽ പറയാതെ നമുക്ക് ഈ ഒരു ഷോ തുടരാൻ പറ്റത്തില്ല. എന്തായാലും ആ ഒരു ലെവൽസ്, അതായത് നിഫ്റ്റി 50യും ബാങ്ക് നിഫ്റ്റിയും നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവൽസുകൾ ഏതൊക്കെയാണ് ഇന്ന്? നിഫ്റ്റി കറൻ്റ് ഒരു ക്രിട്ടിക്കൽ ഹഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. 25,434, 25,349 എന്ന ഹഡിൽ മറികടക്കുകയാണെങ്കിൽ നിഫ്റ്റി നമുക്കൊരു മൊമെൻ്റ് റാലി എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. റീസെൻ്റ്ലി ബോട്ടം ലെവലിലെല്ലാം സ്ട്രോങ് ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും ടെക്നിക്കൽ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ ബിയറിഷ് ഫേസിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ലെവൽ മറികടന്നാൽ, കറൻറ്റ്ലി റിലയൻസ് ഇൻഡസ്ട്രീസ് എല്ലാം സ്ട്രോങ് ക്രിട്ടിക്കൽ സപ്പോർട്ട് സോണിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബജറ്റിൽ നല്ലൊരു എക്സ്പെക്ടേഷൻസ് ആളുകൾക്കുണ്ട്. കാരണം ഈ ഒരു സോണിൽ നിന്നും പ്രോപ്പറായി ഒരു അപ്സൈഡ് റാലി മാർക്കറ്റിൽ റിലയൻസ് മേ ബി ലീഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്.
എന്തായാലും സഫൻ, നമുക്ക് ഏതായാലും മാർക്കറ്റ് നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു നമ്മൾ ഈ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്താണ് വിപണിയിലെ നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നതെന്ന്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അല്ലെങ്കിൽ STT പോലുള്ള കാര്യങ്ങളിൽ എന്തുണ്ടാകുമെന്നുള്ളത്. നമ്മൾ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ റവന്യൂ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ടാക്സിൽ വന്നിരിക്കുന്ന ആ ഒരു വലിയ ഇടിവ് കഴിഞ്ഞ വർഷം, മാത്രമല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വലിയ ആ ഒരു റവന്യൂവിൽ ഇടിവ് നിൽക്കുന്നു. മാത്രമല്ല ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കൂടി നിൽക്കുന്നു. ഗവൺമെൻറ് അതെങ്ങനെയെങ്കിലും കുറയ്ക്കണമെന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ വലിയ രീതിയിലൊരു മാറ്റം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലോ STTയിലോ ഉണ്ടാകുന്ന ഒരു പേഴ്സണലി എനിക്ക് അത്തരത്തിലുള്ളൊരു പ്രതീക്ഷകളില്ല. എന്നിരുന്നാൽ തന്നെയും നമുക്ക് FISനെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അത്തരമുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് മാർക്കറ്റിന് അനുകൂലമായ എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുള്ളൊരു ആകാംക്ഷ കൂടി മനസ്സിൽ നിൽക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളിലോട്ട് വരുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് വളരെയധികം വർദ്ധിപ്പിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൻ്റെ ആ കൂടി നിൽക്കുന്നത് കൊണ്ടാണ് മാർക്കറ്റ് കയറാത്തത് എന്ന രീതിയിലുള്ള ഒരു ധാരണയൊക്കെ മാർക്കറ്റിൽ പൊതുവേണ്ട. പക്ഷേ ഞാൻ അതിനോട് പേഴ്സണലി എനിക്ക് യോജിപ്പില്ലാത്തൊരാളാണ്. കാരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 2020 ശേഷം മാർക്കറ്റ് അപ്സൈഡ് പോയപ്പോൾ സഫാൻ അത് എന്തായിരുന്നു ആ ഒരു അപ്സൈഡിൻ്റെ കാരണമെന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു കോർപ്പറേറ്റ് ഏണിങ്സിലുണ്ടായിരുന്ന ഒരു വർധനമായിരുന്നു എടുത്ത് പറയേണ്ടത്. പക്ഷേ നമ്മൾ കഴിഞ്ഞൊരു വർഷം വലിയ രീതിയിൽ റിട്ടേൺ കിട്ടാത്തതിൻ്റെ ഒരു കാരണം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ തലയിൽ വെക്കുന്നത് ശരിയല്ല. കാരണം കോർപ്പറേറ്റ് ഏണിങ്സിൽ കുറവ് വന്നുകൊണ്ട് അതെന്തായാലും മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബഡ്ജറ്റ് വരികയും ഒപ്പം കമ്പനികളുടെ കോർപ്പറേറ്റ് ഏണിങ്സ് വലിയ രീതിയിൽ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ബഡ്ജറ്റ് അതിനനുകൂലമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ മാർക്കറ്റ് എന്തായാലും തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് എനിക്ക് എന്തായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് ഉള്ളതായിട്ട് പറയാനുള്ളത്. ഏതായാലും മാർക്കറ്റ് ഇനിയിപ്പോൾ ഓപ്പൺ ആകാൻ നിമിഷങ്ങൾ മാത്രമാണ്. നമുക്ക് ഏതായാലും അതിനു മുമ്പ് തന്നെ സഫാൻ നമുക്ക് ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു ട്രേഡിംഗ് ആരംഭിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ്, അതായത് എസ്പെഷ്യലി എനിക്ക് അറിയേണ്ട കഴിഞ്ഞൊരു 10 വർഷം ബഡ്ജറ്റ് ഡേയിൽ മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നുള്ളൊരു ഡാറ്റ ഒന്ന് പങ്കുവച്ചാൽ കൊള്ളാമായിരുന്നു. ലാസ്റ്റ് 11 ഇയേഴ്സ് നോക്കുമ്പോൾ നമുക്കറിയാം 4 പോസിറ്റീവ് ഡേയ്സും 7 നെഗറ്റീവ് ഡേയ്സുമാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ കൺസിഡറബിൾ മൂവ്മെൻറ്റ്സ് നൽകിയ ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ 2017 1.81% അപ്പ് മൂവ്മെൻ്റ് ആയിരുന്നു നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ 2019 ഏകദേശം 1.14% മുന്നേറ്റം രേഖപ്പെടുത്തിയപ്പോൾ 2020 നല്ലൊരു സെൽ ഓഫ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം 2020 2.51% ഇടിവാണ് ബജറ്റ് ഡേയിൽ ഫോം ചെയ്തത്. അതിനുശേഷമാണ് മാർക്കറ്റിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവൻ്റ്, അതായത് കൊറോണ ക്രാഷ് വന്ന് മാർക്കറ്റിൽ ഓവറോൾ ഒരു സെൽ ഓഫ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ 2021 4.74% അപ്പ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിയപ്പോൾ 2022 1.37% മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ ഇയേഴ്സിലും ഒരു ഫ്ലാറ്റ് മോഡിലുള്ള ട്രേഡിംഗ് ആണ് നിഫ്റ്റി നമുക്ക് ബജറ്റ് ഡേയ്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സഫർ, ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം സൺഡേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു, കൂടാതെ സൺഡേ ഒരു ട്രേഡ് ഉണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ആ ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു തുടക്ക സമയത്തിൽ അപ്ഡേറ്റ് നോക്കാം. മാർക്കറ്റ് എന്തായാലും സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവായിട്ടാണ് ഇന്നിപ്പോൾ ഒരു സ്റ്റാർട്ട് എടുത്തിരിക്കുന്നത്. ഫ്ലാറ്റാണ് നമുക്ക് കാണുന്നത്. 25,297 എന്നൊരു നിലയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 20 പോയിൻറ്റിൻ്റെ ഇടിവാണ് തുടക്ക സമയത്തിൽ നിന്ന് നിഫ്റ്റി 50 രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിങ് ഇൻഡെക്സിലോട്ട് വരുമ്പോൾ 47 പോയിൻറ്റ് ഇടിവ് കാണുന്നുണ്ട്. 59,562 എന്നൊരു നിലയിൽ ബാങ്ക് നിഫ്റ്റിയിലും സമാനമായ ഒരു ഫ്ലാറ്റ് ഇടിവ് എന്ന രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇനി എന്തായാലും സെക്ടർ വൈസ് പെർഫോമൻസുകൾ, ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളുടെ പെർഫോമൻസുകൾ തുടക്ക സമയം എങ്ങനെയാണെന്ന് നോക്കാം. ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ടത് ഇന്ന് മിഡ് ക്യാപ്പ് ഓഹരികളിൽ ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാർട്ട് എടുത്തിട്ടുണ്ട്. എന്നാൽ സ്മോൾ ക്യാപ്പിലോട്ട് വരുമ്പോൾ ഇടിവ് രേഖപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി സ്മോൾ ക്യാപ്പ് 50 കൂടാതെ സ്മോൾ ക്യാപ്പ് 100 ഈ രണ്ട് ഇൻഡെക്സസുകളും ഇന്ന് 0.5% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സെക്ടർ വൈസ് പെർഫോമൻസിലോട്ട് വരുമ്പോൾ മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് തുടക്ക സമയം മാർക്കറ്റ് രേഖപ്പെടുത്തുന്നത്. ഇന്ന് മെറ്റൽ 3% ഇടിവ്, PSU ബാങ്ക് 1.2% ഇടിവ് എന്നിങ്ങനെയാണ് കാണുന്നത്. ഫാർമ, ഫൈനാൻഷ്യൽ സർവീസസ്, പ്രൈവറ്റ് ബാങ്ക്, ഓട്ടോ തുടങ്ങിയ ഇൻഡെക്സുകളാണ് നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ ഇന്നത്തെ ഒരു മികച്ച നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത്. സഫാൻ, എന്തായാലും നമുക്ക് നമ്മുടെ ഒരു ഡിസ്കഷൻ തുടരാം. നമ്മൾ ആ ഒരു ലാസ്റ്റ് 10 വർഷത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റിൽ ആ ബഡ്ജറ്റ് ഡേയിൽ ആ ഒരു മാർക്കറ്റിൽ എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ അന്നത്തെ ദിവസം ഒരു പ്രകടനം ഉണ്ടായിരുന്ന ഒരു കാര്യമൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കിനി അറിയേണ്ടത് ഈ ഒരു മൂവ്മെൻറ്റ്, ആ ദിവസം നടക്കുന്ന മൂവ്മെൻറ്റിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇന്ന് നിക്ഷേപകർക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു ഡാറ്റ നമുക്ക് കൊടുക്കാൻ സാധിക്കും? യെസ്, നമുക്ക് ബജറ്റ് ഡേ അല്ല, ബജറ്റിന് ശേഷമുള്ള 3 ദിവസമാണ് ടു ഇമ്പോർട്ടൻ്റ് എന്ന ഒരു ടൂളായി, അതൊരു പോസ്റ്റ് ബഡ്ജറ്റ് ഡേയ്സ് ഒരു ടൂളായി, ഒരു ടെക്നിക്കൽ ടൂളായി അനലൈസ് ചെയ്യാമെന്നാണ് ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അത് ലാസ്റ്റ് 11 ഇയേഴ്സായി നമുക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് ബജറ്റിന് ശേഷം നെക്സ്റ്റ് 3 days കണ്ടിന്യൂസ് അപ്സൈഡ് മൂവ്മെൻ്റ് ആണ്. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി കണ്ടിന്യൂസ് അപ്സൈഡ് റാലിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലൊരു എക്സെപ്ഷൻ കാണാൻ സാധിക്കുന്നത് 2020 ഫെബ്രുവരിയിലാണ്. അന്ന് 2.51% സെൽ ഓഫ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചു. അതിനുശേഷം അപ്സൈഡ് റാലിക്ക് കണ്ടിന്യൂസ് 3 days മൂവ് ചെയ്തെങ്കിൽ പോലും അൺഎക്സ്പെക്റ്റഡ് ഇവൻ്റായ കൊറോണ ക്രാഷാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ 2018, 2019, 2023 എന്നീ ദിവസങ്ങളിലെല്ലാം ബജറ്റിന് ശേഷം അതിനുശേഷമുള്ള നെക്സ്റ്റ് 3 days കണ്ടിന്യൂസ് സെൽ ഓഫ് ആയിരുന്നു. അതിനുശേഷം ഷോർട്ട് ടേം ട്രെൻഡ് വീക്ക്നെസ് ആയിട്ടാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റ് ബഡ്ജറ്റ് ഡേയ്സ് ഒരു ടെക്നിക്കൽ ടൂൾ ആയിട്ടാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. ആ ഒരു ട്രെൻഡ് തുടരാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് ലാസ്റ്റ് 11 ഇയേഴ്സ് ആയിട്ട് നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇന്ന് ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് ഒക്കെ ഒത്തിരി പേര് ചെയ്യാൻ സാധ്യത എന്തായാലും ഉണ്ട്. നമ്മൾ എടുക്കരുതെന്ന് പറഞ്ഞാലും അത്തരം ഒരു സമീപനം എല്ലാവരും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം ട്രേഡേഴ്സ് ഈ ഒരു ബഡ്ജറ്റ് ഡേയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, കൂടാതെ അവർക്ക് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നുണ്ടോ? പ്രധാനമായി നമുക്കറിയാം ലാസ്റ്റ് 3 days ആയിട്ട് മാർക്കറ്റിൽ ഹൈ വോളറ്റൈൽ മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് 3 daysലും അത് ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കറണ്ട് ഒരു ഷോർട്ട് ടേം പൊസിഷൻ എടുക്കുന്നതിൽ പല എക്സ്പേർട്സും അതൊരു നല്ലൊരു അറ്റംപ്റ്റ് ആയി വിലയിരുത്തുന്നില്ല. കാരണം അതൊരു ലോ റിസ്ക് സ്ട്രാറ്റജി അല്ല. ഇന്ന് ഒരു ഹൈ വോളറ്റൈൽ മാർക്കറ്റ് ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ലോ റിസ്ക് ആയി ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിഫൻസ്, PSU ബാങ്കാണ് കൂടുതൽ നമുക്ക് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റൈലിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല അനലിസ്റ്റുകളും വാച്ചിൽ ഉൾപ്പെടുത്താൻ പറയുന്ന മേഖല നോക്കുകയാണെങ്കിൽ PSU ബാങ്കാണ്. കാരണം ബജറ്റിലൊരു പ്രോപ്പർ അലോക്കേഷൻ PSU ബാങ്കിലേക്ക് വരികയാണെങ്കിൽ സ്ട്രോങ് മൊമെൻറ്റം റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. നമുക്ക് ഏറ്റവും നെക്സ്റ്റ് 3 daysലുള്ള മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ഫേസ്, അതായത് നെക്സ്റ്റ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ എന്ന് വിലയിരുത്തണമെങ്കിൽ നെക്സ്റ്റ് 3 days ഇമ്പോർട്ടൻ്റ് ആണ് എന്നതാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇനി എന്തായാലും ഞങ്ങൾക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമുക്ക് എന്തായാലും ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമാണ്, അധികം ന്യൂസ് ചാനലുകളൊന്നും പറയാത്തൊരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്തത് നിർമ്മല ക്യാൻഡിൽ. അതായത് ഈ ഒരു ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അധികം അറിയാത്തൊരു കാര്യം കൂടിയാണ് നിർമ്മല ക്യാൻഡിൽ എന്ന് പറയുന്നത്. അത് നമുക്ക് എന്താണെന്നൊന്ന് ആദ്യം നമുക്ക് പറയാം. ആദ്യം നമുക്കത് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് 2019 സെപ്റ്റംബറിലാണ് ഈ ഒരു ക്യാൻഡിലിൻ്റെ അല്ലെങ്കിൽ ഒരു സമയമെന്ന് നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോൾ ഈ 2019 ഒരു പ്രത്യേകത ഉണ്ട്. അത് 2 ബഡ്ജറ്റായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ആ ഒരു ബഡ്ജറ്റിനെ കുറിച്ച് എടുത്ത് പറയേണ്ടത് കോർപ്പറേറ്റുകൾ വലിയ രീതിയിലൊരു റിഫോംസ് വന്നൊരു സമയമായിരുന്നു. അതായത് വലിയ രീതിയിൽ അവർക്ക് ഒരു ടാക്സ് കട്ടൊക്കെ വരുത്തിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റായിരുന്നു. അതായത് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ആ ഒരു ബഡ്ജറ്റിൽ വലിയ രീതിയിലൊക്കെ ഒരു ടാക്സ് റേറ്റ് കട്ട്, അതായത് ബേസ് റേറ്റ് ഒക്കെ നോക്കുമ്പോൾ 30% നിന്ന് 22% കുറച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ടാക്സ് ഇൻസെൻറ്റീവ്സ് പുതിയ മാനുഫാക്ചറിങ് ഫേംസിനൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ MAT റിലീഫ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അന്നത്തെ ആ ഒരു ബഡ്ജറ്റ് ഫോക്കസ് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റിൽ ചെറിയൊരു മൂവ്മെൻറ്റ് നടന്നു. അതിനാണ് ഈ നിർമ്മല ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഓപ്പറേഷർക്ക് വേണ്ടി. ആക്ച്വലി ടെക്നിക്കൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ടേമാണ് നിർമ്മല ക്യാൻഡിൽ നിന്ന്. 2019 സെപ്റ്റംബറിലാണ് ആ ക്യാൻഡിൽ ഫോം ചെയ്തത്. മേ ബി അതിന് ശേഷം നമുക്കറിയാം കണ്ടിന്യൂസ് സബ്സൈഡ് റാലി ആയിരുന്നു 2019 കാണാൻ സാധിച്ചിട്ടുണ്ടായത്. അതിനുശേഷമാണ് 2020 ഒരു കൊറോണ ക്രാഷ് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. ഒട്ടുമിക്ക മാർക്കറ്റിലെല്ലാം ആ ഒരു കോർപ്പറേറ്റ് ടാക്സ് 30% നിന്ന് 22% ആക്കിയതിനെ തുടർന്ന് കണ്ടിന്യൂസ് മൊമെൻറ്റം ആയിരുന്നു ആ സ്ട്രോങ് ഡേ. അതായത് ഒരു സ്ട്രോങ് വോളിയം ആക്ഷനും ആ ഡേ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടുമിക്ക ഷോർട്ട് ചെയ്തവർക്കെല്ലാം നല്ലൊരു വീക്ക്നെസ്സും കാണാൻ സാധിച്ചു. അതുപോലെ നന്നായി മൊമെൻറ്റം, അതായത് സ്ട്രോങ് വോളിയം ആക്ഷനുമാണ് ആ ഡേ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു കാര്യം അതിലോട്ടൊന്ന് ആഡ് ചെയ്യണം. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അന്നത്തെ ഒരു സെൻസെക്സിന്റെ നേട്ടം എന്ന് പറയുന്നത് 1900 പോയിന്റ് ആയിരുന്നു ആ ഒരു ക്യാൻഡിൽ. പിന്നെ നോക്കുമ്പോൾ നിഫ്റ്റി 50 വരുമ്പോൾ ഓവർ 5% ഒരു നേട്ടം രേഖപ്പെടുത്തി. വൺ ഓഫ് ദി ലാർജസ്റ്റ് സിംഗിൾ ഡേ റാലി എന്ന് നമുക്ക് ആ ഒരു ക്യാൻഡിലിനെ മെൻഷൻ ചെയ്യാവുന്ന ഒരു രീതിയിലാണ് അന്നത്തെ ഒരു പെർഫോമൻസ് മാർക്കറ്റിൽ ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതെ, നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നിർമ്മല ക്യാൻഡിൽ 2 ആവട്ടെ ഇന്നത്തെ ദിവസം. അതായത് ഇന്നൊരു നല്ലൊരു ബജറ്റ് അവതരിപ്പിച്ച് ഇന്നും മാർക്കറ്റിൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ വിഷ് ചെയ്യും. ശരിയാണ്, അങ്ങനെ ഒരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഈ നിർമ്മല ക്യാൻഡിൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഏതായാലും നമുക്ക് നമ്മൾ ഈ ഒരു ഡിസ്കഷനിലോട്ട് വരുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയാനുള്ളത്. നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് വരുന്ന സമയത്ത് ഈ ഒരു ബഡ്ജറ്റിൽ മാത്രം നോക്കേണ്ട കാര്യങ്ങളല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു തീംസാണ്. അതായത് ഈ ഒരു ബഡ്ജറ്റും ഇനി തുടർന്ന് വരുന്ന ബഡ്ജറ്റിലേക്ക് ഭാവിയിൽ ഇന്ത്യയിൽ വളരാൻ സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ഒരു തീമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു തീമിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇനി ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ആദ്യത്തെ ഒരു തീം എന്ന് പറയുന്നത് ഡിഫൻസ് ആണ്. ഡിഫൻസ് സെക്ടറിലോട്ട് വരുമ്പോൾ വലിയ രീതിയിൽ ഒരു ക്യാപിറ്റൽ അലോക്കേഷൻ ഗവൺമെൻറ് നടത്തുമെന്നൊരു പ്രതീക്ഷ എന്തായാലും മാർക്കറ്റിനുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഇപ്പോൾ ടെക്നിക്കലി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളത്?
പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഡിഫൻസ് ഇൻഡെക്സിൽ BL ആണ്, ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ്. ഇന്നൊരു ബജറ്റ് അലോക്കേഷൻ പ്രോപ്പറായി ഡിഫൻസ് സെക്ടറിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഓഹരിയിലായിരിക്കും ഒരു മൊമെൻ്റം റാലി എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഈ മേഖലയിൽ ശ്രദ്ധിക്കുന്ന മറ്റ് ഓഹരികൾ നോക്കുകയാണെങ്കിൽ മാസ്ഡ്രോക്ക്, GRSC, കൊച്ചി ഷിപ്പ്യാർഡ് എന്ന ഓഹരികളെല്ലാം റീസെൻ്റ്ലി ബോട്ടം ലെവലിൽ ഒരു സ്ട്രോങ് ബൈങ് ഇൻട്രസ്റ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിൽ ട്രേഡ് ചെയ്യുന്നത് BL എന്ന് പറയാൻ സാധിക്കും. നമുക്കറിയാം റീസെൻ്റ്ലി BL ഒരു ഡിഫൻസ് ഇൻഡെക്സിൽ ഒരു എക്സ്പ്ലോസീവ് ക്യാൻഡിൽ ഫോം ചെയ്ത് സെയിം ടൈമിന് BL ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. കറൻലി ലോ റിസ്ക് ഏരിയയിലാണ് BL ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് 1.46% മുന്നേറ്റം ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. കൂടാതെ ഡിഫൻസ് ഇൻഡെക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിഫൻസ് ഇൻഡെക്സ് കറൻലി ഓൾമോസ്റ്റ് 1% അപ്മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. ഒരു ക്രിട്ടിക്കലി ഒരു ബ്രേക്ക്ഔട്ട് സോണിന് നിയർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 8361 എന്ന ലെവൽ ഇന്ന് മറികടക്കാൻ സാധിച്ചാൽ ഒരു മൊമെൻ്റം റാലി, ഒരു ഷോർട്ട് ടൈം റാലി ഈ ഒരു മേഖലയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. ഡിഫൻസിൻ്റെ ഒരു ടെക്നിക്കൽ വ്യൂ പറഞ്ഞ സ്ഥിതിക്ക് ഡിഫൻസിലെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ആഡ് ചെയ്യണം. അതിൽ എടുത്ത് പറയുന്നത് ഡിഫൻസിൻ്റെ ഒരു ഓർഡർ ബുക്കിൻ്റെ ഇപ്പോൾ കയ്യിലിരിക്കുന്ന ഒരു ഓർഡർ ബുക്കിൻ്റെ കണക്കനുസരിച്ച് ഏതൊക്കെ ഓഹരികളാണ് ഓരോരോ ക്രമത്തിൽ വരുന്നതെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ഓർഡർ ബുക്ക് കയ്യിലിരിക്കുന്നത് HAL ആണ്. തൊട്ടു പിന്നാലെ BL ഉണ്ട്, കൂടാതെ മസ്ഗോൺ ഡോക്ക് ഉണ്ട്, BDL ഉണ്ട്, GRSC ഉണ്ട്, കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉണ്ട്. ഇത്തരം കമ്പനികളിലാണ് ഏറ്റവും കൂടുതൽ ഓർഡർ ബുക്ക് ഇപ്പോൾ നമുക്ക് ഡിഫൻസിൽ കയ്യിലിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നീട് ചില ഓഹരികൾ പറയുമ്പോൾ ഈ എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗിലോട്ട് വരുമ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കലാണ് അവിടെ പ്രധാനമായൊരു സ്ഥാനം വഹിക്കുന്നത്. ഇനി ഡിഫൻസ് ഇലക്ട്രോണിക്സ്, റഡാർ തുടങ്ങിയ കാര്യങ്ങളിലോട്ട് വരുമ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് വലിയ രീതിയിലൊരു സ്വാധീനം ചെലുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷിപ്പ് ബിൽഡിങ്ങിലോട്ട് വരുമ്പോൾ GRSC, ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസ്ഗോൺ ഡോക്ക്, ഇത്തരം കമ്പനികളായിരിക്കും വലിയ സ്വാധീനം മാർക്കറ്റിൽ ഉണ്ടാകാൻ, അല്ലെങ്കിൽ മാർക്കറ്റിലും ഈ ഒരു ബിസിനസ്സിലൊക്കെ തന്നെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഡിഫൻസ് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. അടുത്തൊരു സെക്ടർ എന്ന് പറയുന്നത് മെറ്റലാണ്. ഏതായാലും മെറ്റലിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, അതിൽ സ്റ്റീൽ വലിയൊരു ഭാഗം, മെറ്റൽ വലിയൊരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇനി ഈ മെറ്റൽ നമ്മൾ കാർ ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ മാത്രമല്ല വലിയ രീതിയിലുള്ള പവർ ജനറേഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ മെറ്റൽ വലിയൊരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെറ്റൽ നമ്മൾ ആ ഒരു ഇൻഡെക്സ് എടുക്കുമ്പോഴും, കൂടാതെ ഈ ഒരു മെറ്റൽ മേഖലയ്ക്ക് എത്തരത്തിലുള്ളൊരു മാറ്റമായിരിക്കും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യത? ടെക്നിക്കലി ചാർട്ട് ഇപ്പോൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം കറൻലി നമുക്കൊരു വീക്ക്നെസ്, ലാസ്റ്റ് ടൈം ഇന്നും സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നമുക്കറിയാം കണ്ടിന്യൂസ് സബ്സെയർ ആയിരുന്നു മെറ്റൽ ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷോ തന്നെ മാർക്കറ്റ് സ്ക്രീനറിലെല്ലാം ഇതിൻ്റെ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ റീസെൻ്റ്ലി ഫോം ചെയ്ത 12 ഡിസംബറിലെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കണ്ടിന്യൂസ് അപ്സെയർ ആയിരുന്നു ഈ ഒരു മേഖലയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കറൻലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഒരു ഹെൽത്തി പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മേഖലയിൽ ശ്രദ്ധിക്കേണ്ട ഓഹരികൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഹിന്ദുസ്ഥാൻ കോപ്പർ എല്ലാം നന്നായി കറക്റ്റ് ചെയ്തിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നാഷണൽ അലുമിനിയം, ഈ ഒരു സ്റ്റോക്സിലെല്ലാം ഇനിയൊരു പാറ്റേൺ, അതായത് പുൾ ബാക്ക് പാറ്റേൺ ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെ. അതായത് ഇപ്പോൾ ഇന്നെങ്ങാനും മെറ്റൽ നല്ലൊരു അലോക്കേഷനുള്ള സാധ്യത പറയുകയാണെങ്കിൽ ഒരു പുൾ ബാക്കിനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. സഫാൻ, എന്തായാലും നമുക്ക് ഓട്ടോയിലോട്ട് പോകാം. ഓട്ടോ സെക്ടറിലോട്ട് വരുമ്പോൾ ഒരു ടെക്നിക്കലി എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ളത് ഇപ്പോൾ ഓട്ടോ ഇൻഡെക്സിൽ? ഓട്ടോ ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ട് സോണിലാണ് കറൻലി ട്രേഡ് ചെയ്യുന്നത്. ലാസ്റ്റ് എല്ലാം നമുക്കറിയാം ഓപ്പണിംഗ് ഹവേഴ്സിൽ ഒരു സെൽ ഓഫ് ആണെങ്കിൽ പോലും ക്ലോസിംഗിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ആണ് ഓട്ടോ സെക്ടറിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ 26,365 എന്നത് ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ട് സോണായി ഈ ഒരു മേഖലയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇന്നും നമുക്കൊരു നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. മേ ബി ഇവിടുന്ന് ഒരു ഷോർട്ട് ടൈം പുൾ ബാക്ക് റാലി എക്സ്പെക്ടേഷൻസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. ഓട്ടോ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട രണ്ട് ഓഹരികൾ നോക്കുകയാണെങ്കിൽ അശോക് ലേലാൻഡ്, നമുക്കറിയാം കണ്ടിന്യൂസ് അപ് ട്രെൻഡിലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നത്. ഇന്നും ആ ഒരു മുന്നേറ്റം തുടരുന്നുണ്ട്. അത് പ്രോപ്പറായി ടെക്നിക്കൽ ലെവലെല്ലാം പ്രോപ്പറായി സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുന്നത്. ടെക്നിക്കലി റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. മറ്റൊരു ട്രെൻഡിങ് കാൻഡിഡേറ്റ് ഫോഴ്സ് മോട്ടോഴ്സ് ആണ്. കറൻലി നമുക്കറിയാം ഒരു ബേസ് ഫോർമേഷൻ, ഒരു VCP പാറ്റേൺ ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഒരു വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആയി ഈ ഒരു സ്റ്റോക്കിനെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതിൽ ഓട്ടോ സെക്ടറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ചില ടൂ വീലേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡാറ്റ കൂടി ഞാൻ ഷെയർ ചെയ്യാം. ടൂ വീലേഴ്സ് 2025 ഒരു സെയിൽസ് ഡാറ്റയാണ് പറയാനുള്ളത്. നമ്മൾ ആ ഒരു ടൂ വീലർ സെയിൽസ് ഡാറ്റ നോക്കുമ്പോൾ ഹീറോ മോട്ടോർസ്കോപ്പാണ് ഏറ്റവും കൂടുതൽ ടൂ വീലർ സെയിൽസ് നടത്തിയിരിക്കുന്നത്. 28% സെയിൽസ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഹോണ്ടയുണ്ട്, തൊട്ടു പിന്നാലെ TVS, ബജാജ് ഓട്ടോ, കൂടാതെ സുസുക്കി, റോയൽ എൻഫീൽഡ്, യമഹ. ഇത്തരത്തിലൊരു കണക്കാണ് നമുക്കൊരു ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഫാൻ, നമുക്കിനി ഒരു സെക്ടർ എന്തായാലും ഒഴിവാക്കാൻ പറ്റത്തില്ല, റെയിൽവേനെ സംബന്ധിച്ച് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്? റെയിൽവേയെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ലാസ്റ്റ് ബഡ്ജറ്റിന് ശേഷം റെയിൽവേ ഓഹരികളിൽ നിരാശയാണ് എന്തായാലും ഉള്ളത്. ഭൂരിഭാഗം റെയിൽവേ ഓഹരികളിലും ഇടിവ് രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു HBL എഞ്ചിനീയറിംഗ് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഒരു മികച്ച നേട്ടം, 24% നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു റെയിൽവേ അല്ലെങ്കിൽ ബഡ്ജറ്റ് വരുമ്പോൾ റെയിൽവേക്ക് എങ്ങനെയാകും എന്നുള്ളതൊരു ആകാംക്ഷയുണ്ട്.
പറയുന്നുണ്ട്. എന്നാലും റെയിൽവേ സ്റ്റോക്കുകളിൽ ഇപ്പോൾ ഈ ഒരു ഇടിവൊക്കെ രേഖപ്പെടുത്തി നിൽക്കുന്ന ഒരു സമയം, കറക്ഷൻ ആയി നിൽക്കുന്ന സമയം, എന്താണ് ഇനി പ്രതീക്ഷിക്കേണ്ടത്? നമുക്കറിയാം റെയിൽവേയിൽ കറൻ്റ് ഒരു വീക്ക്നെസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ടെക്നിക്കലി നമുക്കൊരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ RVNL ആണ്. ലോവർ ലെവലെല്ലാം സ്ട്രോങ് ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും 350 എന്നത് ഒരു ഹഡിലാണ്. ഈ ഒരു ലെവൽ മറികടന്നാലാണ് ഒരു ഷോർട്ട് ടൈം റാലി എക്സ്പെക്ട് ചെയ്യാവൂ. അല്ലാത്ത പക്ഷം ഈ ഒരു റേഞ്ച് കൺസോളേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ്. കൂടാതെ നമുക്ക് ബജറ്റിൽ കൂടുതൽ റെയിൽവേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന് PSU ബാങ്ക് ഡിഫൻസ് മേഖലയിലാണ്. ഈ ഒരു മേഖലയിലാണ് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റ് എന്ന് പറയാൻ സാധിക്കുന്നത്. എന്നാലും റെയിൽവേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HBL എഞ്ചിനീയറിംഗ് മാത്രമാണ് ഒരു നേട്ടം രേഖപ്പെടുത്തി പെയിൻ സ്റ്റോക്കുകൾ. ഇനി നമുക്ക് മറ്റ് ഇടിവ് രേഖപ്പെടുത്തി, അതായത് കഴിഞ്ഞ ബഡ്ജറ്റിന് ശേഷം ഇടിവ് രേഖപ്പെടുത്തിയ റെയിൽവേ സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് BEML, റെയിൽടെൽ, കൂടാതെ IRFC, IRCTC, RVNL, ടെക്സ്മാക്കോ റെയിൽ എന്നീ ഓഹരികളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. സഫാൻ, എന്തായാലും മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ കൂടുതൽ അറിയേണ്ടതുണ്ട്. അതിനായി ഇപ്പോൾ നമ്മുടെ കൂടെ നിഖിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. നിഖിൽ, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ വിഷ്ണു. ഗുഡ് മോർണിംഗ് വിഷ്ണു. നിഖിൽ, ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നൊരു ഓപ്പണിംഗ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. സൺഡേ ഒരു ഓപ്പണിംഗ് ആണ് മാർക്കറ്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ ഇന്നത്തെ ഒരു പ്രകടനം ഈ ഒരു ബഡ്ജറ്റിൻ്റെ സാഹചര്യത്തിലൊക്കെ എങ്ങനെയാണ്? വിഷ്ണു, ഇന്നത്തെ ഒരു മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടോണിലുള്ള ഒരു ട്രേഡിംഗ് ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ സ്വീകരിച്ചു എന്ന് നമുക്കിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അതായത് അത്രത്തോളം ഫ്ലാറ്റ് ആയിട്ടാണ് നിലവിൽ ഇപ്പോൾ നിൽക്കുന്നത്. നിലവിൽ എക്സാക്ട് പോയിന്റ് പറയുകയാണെങ്കിൽ 0.02% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 25,313 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50 ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ 24 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ നിലവിൽ 26 ഓഹരികളിലാണ് ഇടിവുണ്ടാകുന്നത്. നിഫ്റ്റി ബാങ്ക് സൂചികയിലേക്ക് വരികയാണെങ്കിലും നിഫ്റ്റി ബാങ്ക് സൂചികയും വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് നിഫ്റ്റി ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. 59,585 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിലെയും ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ 4 ബാങ്കിങ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 8 ഓഹരികളിൽ ഇടിവുണ്ടാകുന്നുണ്ട്. നിലവിൽ സെക്ടോറിയൽ സൂചികളുടെ ഒക്കെ തന്നെ പെർഫോമൻസ് നിലവിലിപ്പോൾ വിലയിരുത്തുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഇൻഫ്രാ സൂചികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.25% ഉള്ളൊരു നേട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നിലവിലിപ്പോൾ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ കനത്ത തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് നിലവിലിപ്പോൾ മെറ്റലാണ്. നിഫ്റ്റി മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ബജറ്റിലേക്കുള്ള മുൻപത്തെ ദിവസങ്ങളിലേക്കുള്ള ഒരു പെർഫോമൻസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് തന്നെയായിരുന്നു മെറ്റൽ രേഖപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം പരിശോധിക്കുകയാണെങ്കിൽ അവസാന ദിനം, അതായത് വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 5% മുകളിലുള്ളൊരു ഇടിവുണ്ടാകുന്നു. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 3.5% മുകളിലുള്ളൊരു ഇടിവാണ് നിഫ്റ്റി മെറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിഫ്റ്റി 50 ഓഹരികളുടെ ഒരു പെർഫോമൻസ് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ സൺഫാർമ ഓഹരികളാണ് ഇതിപ്പോൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് രേഖപ്പെടുന്നത്. ഏകദേശം 2.25% ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്താൻ സൺഫാർമയ്ക്ക് സാധിക്കുന്നുണ്ട്. ബജാജ് ഓട്ടോയിലേക്ക് വരികയാണെങ്കിൽ 2% മുകളിലുള്ളൊരു നേട്ടം ബജാജ് ഓട്ടോ കാഴ്ചവെക്കുന്നു. ഹീറോ മോട്ടോകോപ്പിലേക്ക് വരുമ്പോൾ 2.25% ഒരു നേട്ടം. കൂടാതെ HDFC ബാങ്കും നിലവിലിപ്പോൾ ഏകദേശം 0.5% ഉള്ളൊരു നേട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നൊരു കാര്യമാണ് നിലവിലിപ്പോൾ നിഫ്റ്റി 50 ഒരു ടോപ്പ് പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ടോപ്പ് ലോസേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 5.76% ഇടിവ്, അതായത് ഏകദേശം 6% ഉള്ളൊരു ഇടിവാണ് നിലവിലിപ്പോൾ ഹിൻഡാൽകോയ്ക്ക് ഉണ്ടാകുന്നത്. ടാറ്റ സ്റ്റീൽ പരിശോധിക്കുകയാണെങ്കിലും ഒരു വലിയ ഒരു ബിൽഡപ്പ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ടാറ്റ സ്റ്റീലും ഈ ഒരു ബജറ്റിന് മുൻപുണ്ടായിരുന്ന സെഷൻസിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇന്നത്തെ ഒരു ബജറ്റ് സെഷനിൽ നിലവിലിപ്പോൾ 1.25% മുകളിലുള്ളൊരു ഇടിവ് നിലവിലിപ്പോൾ ടാറ്റ സ്റ്റീൽ രേഖപ്പെടുത്തുന്നുണ്ട്. കോൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിലും നിലവിൽ 1.25% ഇടിവ്. IT ഓഹരിയായിട്ടുള്ള ഇൻഫോസിസും ഏകദേശം 1.25% മുകളിലുള്ള ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നിലവിലിപ്പോൾ കാഴ്ചവെക്കുന്നത് എന്നൊരു കാര്യമാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അടുത്തായിട്ട് നിഫ്റ്റി ബാങ്ക് ഓഹരികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ സൂചിക വളരെ ഫ്ലാറ്റ് ആയിട്ട് തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിലും പ്രധാനപ്പെട്ട കമ്പനികൾക്കൊക്കെ തന്നെ നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് HDFC ബാങ്കാണ്. ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം 0.5% മുകളിലുള്ള നേട്ടമുണ്ടാക്കുന്നു. പ്രധാനപ്പെട്ട മറ്റൊരു പ്രൈവറ്റ് ബാങ്കിങ് ഓഹരിയായിട്ടുള്ള ആക്സിസ് ബാങ്കും 0.5% മുകളിലുള്ള നേട്ടം രേഖപ്പെടുത്തുമ്പോൾ നിലവിൽ കോട്ടക് മഹീന്ദ്ര ബാങ്ക് വളരെ ഫ്ലാറ്റ് പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ ട്രേഡിംഗ് കാഴ്ചവെക്കുമ്പോൾ ICICI ബാങ്ക് വളരെ നേരിയ തോതിൽ നിലവിലൊരു ഇടിവിലേക്ക് കടന്നിരിക്കുന്നു. കൂടാതെ PSU ബാങ്കുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിലവിലിപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ ഏകദേശം 1.25% ഒരു ഇടിവ്, അതായത് ഇന്നത്തെ ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിപണി ഇപ്പോൾ ബജറ്റ് പ്രസംഗങ്ങൾക്ക് വേണ്ടിയിട്ട് കാതോർത്ത് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഡിസൈസീവ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം, ഒരു
ഒരു മൂവ്മെൻറ്റ് വിപണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക, ഓരോ സെക്ടേഴ്സിൻ്റെയും അലോക്കേഷൻ ഏത് രീതിയിലാണ് എന്നൊക്കെ തുടങ്ങിയതിന് ശേഷമായിരിക്കും. അതിനു മുമ്പ് ഇപ്പോൾ പല രീതിയിലുള്ള ഒരു സ്പെക്കുലേഷൻസ്, ടെൻഷൻസ് ഒക്കെ തന്നെയാണ് നിലവിൽ ഇപ്പോൾ വിപണിയിൽ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആദ്യ മിനിറ്റിലുള്ള ഒരു പ്രകടനം ഇന്നത്തെ ഒരു ബജറ്റിൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അടുത്തായിട്ട് നിഫ്റ്റി ഓട്ടോയിലേക്ക് കടക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വലിയ ഒരു എക്സ്പെക്ടേഷൻസ് നിലവിലിപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് കരാർ ഒപ്പിട്ടതിന് ശേഷം വലിയ രീതിയിൽ തന്നെയുള്ള ഒരു കറക്ഷൻ നിലവിലിപ്പോൾ നിഫ്റ്റി ഓട്ടോ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നിലവിലിപ്പോൾ ഇന്ത്യൻ ഓട്ടോ കമ്പനികളെയൊക്കെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വല്ല നടപടികളും ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളുണ്ട്. കൂടാതെ അതർ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ്, അതായത് ഓട്ടോ അനുബന്ധ സാധനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് ഏത് രീതിയിൽ PLI സ്കീമുകൾ പോലുള്ള പദ്ധതികളിൽ ഇടം ലഭിക്കും, കൂടാതെ മേക്ക് ഇൻ ഇന്ത്യയിലൊക്കെ തന്നെ അവർ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടും എന്നതൊക്കെ തന്നെ വളരെ ശ്രദ്ധാകേന്ദ്രമാണ്. ഇതിന് മുൻപത്തെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ PLI സ്കീമുകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഇൻക്ലൂഷൻ ഈ ഒരു അതർ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ് മേഖലകൾക്കൊക്കെ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു എന്നത് പോസിറ്റീവാണ്. നിലവിൽ ഓട്ടോ മേഖലയിലെ ഓഹരികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഹീറോ മോട്ടോകോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ MRF ഓഹരികൾക്കും 0.5% മുകളിലുള്ളൊരു നേട്ടം, മഹീന്ദ്ര പരിശോധിക്കുകയാണെങ്കിലും അശോക് ലേലൻഡ് പരിശോധിക്കുകയാണെങ്കിലും 0.25% മുകളിലുള്ള ഒരു പെർഫോമൻസ് രേഖപ്പെടുത്തുമ്പോൾ നിലവിൽ ബോഷിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.25% ഒരു ഇടിവിലേക്ക് നീങ്ങിയിരിക്കുന്നു. കൂടാതെ അപ്പോളോ ടയർസിലേക്ക് വരികയാണെങ്കിൽ 0.5% മുകളിലുള്ളൊരു ഇടിവാണ് നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. അടുത്തായിട്ട് തിമാറ്റിക്കൽ സൂചികളുടെ ഒക്കെ തന്നെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് രേഖപ്പെടുത്താത്ത ഈ ഒരു ഘട്ടത്തിലും ഇന്ത്യ ഡിഫൻസ് സൂചികയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 1%-ഉള്ളൊരു നേട്ടം, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ആദ്യ ഘട്ടത്തിലൊക്കെ തന്നെ ഒരു 1.5% ഒരു നേട്ടത്തിലേക്കൊക്കെ വരെ പോയതായിരുന്നു. എന്നാൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടം ഉണ്ടാകുന്നു. കൂടാതെ PSC ഇൻഡെക്സ് പരിശോധിക്കുകയാണെങ്കിലും PSC ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടമാണ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ഇൻഡെക്സ് നിലവിലിപ്പോൾ സൂചിപ്പിക്കുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട്. അതായത് ബജറ്റിൽ എപ്പോഴും വലിയ രീതിയിലുള്ളൊരു അലോക്കേഷൻ ലഭിച്ചു വരുന്ന ഒരു മേഖലയാണ് എപ്പോഴും എന്ന് പറയുന്നത് ഡിഫൻസ് മേഖല. നിലവിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണുള്ളത്. കൂടാതെ PSC പരിശോധിക്കുകയാണെങ്കിലും വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇന്നിപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ഓഹരികളുടെ ഒരു പെർഫോമൻസ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നിലവിലിപ്പോൾ 1.25% ഒരു നേട്ടമാണ് ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് രേഖപ്പെടുന്നത്. ONGC 1.5% ഒരു നേട്ടം. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് പരിശോധിക്കുകയാണെങ്കിൽ 1%, പവർ ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളം 1.25% മുകളിലുള്ള ഒരു നേട്ടവും ഉണ്ടാകുന്നു. അതായത് നിലവിലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനിപ്പോൾ പവർ, അതായത് എനർജി, അതായത് ഇലക്ട്രിസിറ്റി ഒക്കെ തന്നെ വലിയ രീതിയിൽ ആവശ്യമായിട്ട് വരാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൂടിയാണ് നമ്മളിപ്പോൾ കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഡാറ്റാ സെൻറ്റേഴ്സ് അടക്കമുള്ള പുതിയ കാര്യങ്ങൾ നിലവിലിപ്പോൾ നമ്മുടെ ഇക്കോണമിയിലേക്ക് വലിയ രീതിയിൽ തന്നെ ഇൻക്ലൂഡഡ് ആകാൻ വേണ്ടിയിട്ടും പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിലൊക്കെ തന്നെ പവർ ഗ്രിഡ് പോലുള്ള ഓഹരികൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് പവർ ഗ്രിഡിൻ്റെ ഒക്കെ തന്നെ ഗ്രിഡ് സർവീസസ് ഒക്കെ തന്നെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഇപ്പോൾ അത്യന്താപേക്ഷിതമായിട്ട് തീരും എന്നുള്ളൊരു കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. നിലവിലിപ്പോൾ PSC ഇൻഡെക്സ് പരിശോധിക്കുകയാണെങ്കിൽ നാഷണൽ അലൂമിനിയം കോർപ്പറേഷൻ്റെ ഓഹരികളാണ് PSC ഇൻഡെക്സിനെ നിലവിലിപ്പോൾ ലാഗ് ചെയ്യുന്നത്. ഏകദേശം 8.25%-ഉള്ളൊരു ഇടിവ് നിലവിലിപ്പോൾ PSC ഇൻഡെക്സിൽ നാഷണൽ അലൂമിനിയം കോർപ്പറേഷൻ രേഖപ്പെടുന്നു. കോൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ 1.5% മുകളിലുള്ളൊരു ഇടിവ്. ഗെയിൽ ഓഹരികൾ പരിശോധിക്കുമ്പോൾ 1.5% ഇടിവുണ്ടാകുന്നു. കൂടാതെ ഇന്ത്യൻ ഓയിൽ 1% മുകളിലും ഹിന്ദുസ്ഥാൻ പെട്രോളിയം പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1%-ഉള്ളൊരു ഇടിവാണ് നിലവിലിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് റിഫൈനിങ് കമ്പനികളിലേക്ക് കടക്കുകയാണെങ്കിൽ അത്രത്തോളമുള്ളൊരു പോസിറ്റിവിറ്റി ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. നിലവിലിപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ഒരു റിഫൈനിങ് മേഖലയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്. US-ൻ്റെ താരിഫ് അടക്കമുള്ളൊരു പ്രശ്നങ്ങൾ നിലവിലിപ്പോൾ ഈ ഒരു ഓയിൽ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ബജറ്റ് ഏത് രീതിയിൽ ഈ ഒരു റിഫൈനിങ് മേഖലയെ പുതിയ ഒരു നടപടികൾ കൊണ്ടുവന്ന് ഉത്തേജിപ്പിക്കും എന്നൊരു കാര്യങ്ങൾ പ്രൈം ഇമ്പോർട്ടൻസ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. എസ്പെഷ്യലി ആ ഒരു മേഖലയിൽ കാണേണ്ടത് റിലയൻസിൻ്റെ ഒരു പെർഫോമൻസ് കൂടിയാണ്. റിലയൻസ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡ് രേഖപ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബജറ്റിന് ശേഷം ഒരു പോസിറ്റിവിറ്റി റിലയൻസിലേക്ക് കടന്നു വരികയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെയുള്ളൊരു അപ്സൈഡ് മൊമെൻറ്റും നിലവിലിപ്പോൾ വിപണിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം എന്നൊരു കാര്യം കൂടിയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. എന്നാൽ PSU ബാങ്കിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏകദേശം 1% ഒരു ഇടിവാണ് നിലവിലിപ്പോൾ നിഫ്റ്റി PSU ബാങ്ക് രേഖപ്പെടുത്തുന്നത് എന്നൊരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഹരികളുടെ പ്രകടനവും ഏകദേശം നിലവിലിപ്പോൾ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഒക്കെ തന്നെ 2.25% മുകളിലുള്ളൊരു ഇടിവും രേഖപ്പെടുത്തുന്നുണ്ട്. ബജറ്റിന് മുന്നോടിയായി ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആണ്. ട്രേഡിംഗ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നിഖിൽ. നമുക്കറിയാം ഇന്നൊരു സാധാരണ ഞായറാഴ്ചയല്ല, 11 മണിക്ക് യൂണിയൻ ബജറ്റ് പ്രഖ്യാപനം ആരംഭിക്കും. ബജറ്റ് ദിനത്തിലെ ട്രേഡിംഗും ആരംഭിച്ചിട്ടുണ്ട്. നിഫ്റ്റി 50-യും സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയും എല്ലാ ഇൻഡെക്സും ഇപ്പോൾ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് മോഡിലാണ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളത്.
ഈ ഒരു ഫ്ലാറ്റായി ആരംഭിച്ച ആഭ്യന്തര വിപണി ഒരു സെക്ടറുകളെല്ലാം തന്നെ ഒരു സമ്മർദ്ദത്തിലുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു പ്രഖ്യാപനങ്ങളോട് ഇൻവെസ്റ്റേഴ്സിനുള്ള പ്രതീക്ഷ ഇല്ലേ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. നമുക്കിപ്പോൾ MyFin TV റിസർച്ച് ഹെഡ് സൂരജ് സാർ ഉണ്ട്. വെൽക്കം സാർ. ഒപ്പം തന്നെ ഇൻഹൗസ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖർ സാറും കൂടി ചേരുന്നുണ്ട്. എന്തായാലും ഈ ഓരോ മണിക്കൂറുകളിലെയും പ്രഖ്യാപനങ്ങളൊക്കെ ഈ വിപണിയിൽ എങ്ങനെയാകും ചലനങ്ങൾ സൃഷ്ടിക്കുക, ഒപ്പം തന്നെ ഏതെല്ലാം സെക്ടറുകൾക്ക് മൊമെന്റം ഉണ്ടാകും, ഏതെല്ലാം ഓഹരികൾക്ക് നേട്ടമുണ്ടാകുമെന്ന കൃത്യമായ വിലയിരുത്തലുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായി MyFin TV ഇവിടെ റെഡിയാണ്. ഒപ്പം വരും മണിക്കൂറുകളിൽ കൂടുതൽ സാമ്പത്തിക മേഖലയിലെ വിദഗ്ധരും നമുക്കൊപ്പം ചേരും. കൂടാതെ MyFin TV റിസർച്ച് ടീമും ഇവിടെ സജ്ജമാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റിൽ സാധാരണക്കാരനും നിക്ഷേപനും എല്ലാവർക്കും ഒരുപോലെ ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും നികുതി ഇളവുണ്ടാകുമോ, ഒപ്പം തന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് HTTയിൽ ഇളവ് പ്രതീക്ഷിക്കാമോ, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു താങ്ങാകുമോ ഇന്നത്തെ ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ നമ്മൾ കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരുന്നാൽ മതി. ആദ്യം സൂരജ് സാറിലേക്കാണ്. ഇന്നത്തെ ഒരു ബജറ്റ് ദിനത്തെ നമ്മൾ എത്രത്തോളം പ്രതീക്ഷയോടെയാണ് ഈ ഇൻവെസ്റ്റേഴ്സ് അടക്കം കാണുന്നത്? Good morning, Naina. Good morning, Pradeep. Good morning, Anish as well, and good morning, viewers. Welcome to the special day, special show, Big B. നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു മാർക്കറ്റ് അവലോകനം മാത്രമല്ല, കാര്യം ഞാനും പ്രദീപും മനീഷും നയനയും കൂടി ഏതാണ്ട് ഇവിടുന്ന് 11 മണി വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം ആദ്യം തന്നെ ഉറപ്പ് തരുന്നു. അതിൽ ഒരുപാട് സ്റ്റോക്കിനെയും സെക്ടറുകളെയും ടെക്നിക്കലായിട്ടും ഫണ്ടമെന്റലായിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു, ഡിസ്കഷൻസ് വരുന്നു, ഡിബേറ്റ് വരുന്നു എന്നിങ്ങനെയായിരിക്കും നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ പല പ്രേക്ഷകരും നയന നമ്മളോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ബഡ്ജറ്റ് ദിവസം അല്ലെങ്കിൽ ബഡ്ജറ്റിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് പൊതുവെ അറിയേണ്ടതെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ എക്സാക്ട് ഡേറ്റ് നമുക്ക് അറിയാൻ സാധ്യതയില്ല, എങ്കിലും ചെറുതായിട്ട് ഞാനൊരു ഐറ്റിനറി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ജനുവരിയുടെ തുടക്കമൊക്കെ ഫിനാൻസ് മിനിസ്റ്റർ നമ്മുടെ പ്രൈം മിനിസ്റ്ററെ ഒന്ന് ചെന്ന് കാണും. എന്നിട്ട് ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അന്നൊരു ഡ്രാഫ്റ്റ് പ്രപ്പോസലാണ് കയ്യിലുള്ളെങ്കിൽ പോലും ഡീറ്റെയിൽ ആയിട്ടുള്ള സംസാരം, എവിടെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്, എവിടെയൊക്കെയാണ് റിഫോംസ്. ഇതിനു മുമ്പേ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓരോ അഡ്വൈസ് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. അത് കഴിഞ്ഞ് അവിടെ വെച്ചിട്ടാണ് പ്രൈം മിനിസ്റ്റർ ഒരു ഫൈനൽ നോഡ് കൊടുക്കുന്നത്. ഫൈനൽ നോഡ് കൊടുക്കുന്നത് വെച്ചാൽ വേറെ എന്തെങ്കിലും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടോ? കാര്യം അദ്ദേഹം പല സ്ഥലത്തും പോകുമ്പോൾ പല ഇൻ്റർവ്യൂ വരുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം പല കമ്മിറ്റ്മെൻറ്റും കൊടുത്തേക്കാം. ലാസ്റ്റ് മിനിറ്റ് അങ്ങനത്തെ എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് ഓണർ ചെയ്യണോ എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കിയതിന് ശേഷം അവിടെ വെച്ച് പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു കൺസെൻറ്റും കൂടെ എടുത്തതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബഡ്ജറ്റ് പ്രോസസ്സിൻ്റെ തുടക്കം. അത് ഏതാണ്ട് ജനുവരി തുടക്കമോടുകൂടി അങ്ങനെ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ക്യാബിനറ്റിൻ്റെ അടുത്തേക്കാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ റൂൾ എന്താണെന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാബിനറ്റിൽ ഇത് വെച്ച് പാസ്സാക്കണം. കാര്യം ബഡ്ജറ്റ് ക്യാബിനറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ ബഡ്ജറ്റിനെ എല്ലാവരും ഓൺ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ക്യാബിനറ്റ് കംപ്ലീറ്റ് ഈ ബഡ്ജറ്റിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് കൊടുക്കുന്നതെന്നുള്ള. പക്ഷേ ഒരു കാര്യം മാത്രം, അതിനകത്തുള്ള സർപ്രൈസുകളൊന്നും വലുതായിട്ട് ക്യാബിനറ്റിൽ പറയില്ല. കാര്യം അത് ലീക്ക് ആവാതിരിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. പൊതുവെ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് എങ്ങനെയാണ്, എന്താണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിൻ്റെ ടാർഗറ്റ്, ബഡ്ജറ്റിൻ്റെ ഗൈഡൻസ് എന്താണ് ഗ്ലൈഡ് പാത്ത് എന്നിങ്ങനെ കാര്യങ്ങളായിരിക്കും കൂടുതലുമായിട്ടും നയന ഈ പറയുന്ന പോലെ ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റിൽ ക്യാബിനറ്റിനോട് ഈ പറയുന്ന ഡ്രാഫ്റ്റ് പ്രപ്പോസലിൽ വെക്കുന്നത്. അവിടെയും ഓപ്പണായി അവിടെ ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ക്യാബിനറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയാൽ എനിക്ക് തോന്നുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 112 പ്രകാരമാണ് ക്യാബിനറ്റിൻ്റെ മുന്നിൽ വെക്കേണ്ടതെന്നുള്ളത്. അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് നേരെ സെറിമണിയിലേക്കാണ്. അതായത് ഇന്ത്യയിൽ ബഡ്ജറ്റ് ഒരു ഫെസ്റ്റിവൽ പോലെയാണ് കണക്കാക്കുന്നത്. അതിനെ നമ്മൾ പറയുന്നത് ഈ ഹൽവ സെലിബ്രേഷൻ എന്നാണ്. ഏതാണ്ട് ഒരു ജാനുവരി 26-27 കൂടി എനിക്ക് തോന്നുന്നു ജാനുവരി സെക്കൻഡ് ഹാഫിലേക്ക് കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഒരു ഹൽവ മേക്കിംഗ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അതിനകത്ത് എല്ലാ സെക്രട്ടറീസും ഉണ്ടാവും. അതായത് അന്നത്തെ ദിവസത്തെ പ്രത്യേകത പറഞ്ഞാൽ ബഡ്ജറ്റായിട്ട് ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും ബഡ്ജറ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും അന്ന് പാർലമെൻറ്റിലേക്ക് എത്തുകയാണെന്നുള്ളത്. അതായത് പിന്നെ അവർ പുറം ലോകം കാണുന്നത് ബഡ്ജറ്റ് കഴിഞ്ഞ് 2 മണിക്ക് ശേഷമായിരിക്കും എന്നുള്ളതാണ്. അതിനകത്ത് സെക്രട്ടറീസ് ഉണ്ടാവും, പ്രിൻറ്റിംഗ് സ്റ്റാഫ് ഉണ്ടാവും, മറ്റുള്ള ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പേഴ്സണലും ഒരു 60-70 പേര് എല്ലാവരും കൂടെ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ അടുത്ത് വരുന്നു. ഒരു ഫോട്ടോ സെഷൻ വരുന്നു. ഫോട്ടോ സെഷൻ വന്നതിന് ശേഷം നോർത്ത് ബ്ലോക്കിലെ പ്രിൻറ്റിംഗ് ഏരിയയിലേക്ക് ഇവരെല്ലാവരും കൂടി കയറുന്നു എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം നയന, നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് മൊബൈൽ ഫോണോ മറ്റുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസസും അതിനകത്ത് സമ്മതിക്കുന്നില്ല. ഒരു കോർഡൺ ഓഫ്, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രസനേഴ്സിൻ്റെ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ അവരെ ഇത്രയും ദിവസം അവരവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ്. പാർലമെൻറ്റിൽ നോർത്ത് ബ്ലോക്കിൽ പ്രിൻറ്റിംഗ് സെക്ഷനിൽ അവർക്കാവശ്യമുള്ള എല്ലാ കാര്യം, മെഡിക്കൽ എമർജൻസി, ഫുഡ്, ബാക്കിയുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റും അറേഞ്ച് ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി അഥവാ അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എമർജൻസി കോൾ വരുന്നത് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സിംഗിൾ നമ്പർ, ഒരു ടെലിഫോൺ നമ്പർ ആയിരിക്കും കൊടുക്കുക. അത് ഭയങ്കരമായിട്ട് അവർ
ടാപ്പ് ചെയ്യുകയും കൂടെ ചെയ്യും എന്നുള്ളതാണ്. അത്ര സീക്രസിയോടുകൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഇത്രയും പേര് ലോക്കിൻ ഇതിനകത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ ബഡ്ജറ്റിൻ്റെ പ്രിപ്പറേഷനും ബഡ്ജറ്റിൻ്റെ ഫൈനൽ കാര്യങ്ങളൊക്കെ ഫിനാൻസ് മിനിസ്റ്റർ ഇൻസ്പെക്ട് ചെയ്യുന്നത് കൂടാതെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ പുറത്തേക്ക് വരുന്നു. ഫിനാൻസ് മിനിസ്റ്റർ എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് വരാം, അതാണ് പ്രോട്ടോകോൾ. ബാക്കിയുള്ളവർ അവിടെ തന്നെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രിൻറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ബഡ്ജറ്റ് ഡേ അവതരിപ്പിക്കുമ്പോൾ എല്ലാ MP-മാർക്കും കൊടുക്കാനുള്ള കോപ്പി, പാർലമെൻറ്റ് ഒഫീഷ്യൽസിന് കൊടുക്കാനുള്ള കോപ്പി, പ്രസിഡന്റിന് കൊടുക്കാനുള്ള കോപ്പി എന്നിങ്ങനെയുള്ളതൊക്കെ പ്രിന്റ് ചെയ്യുന്നു. ഇതൊക്കെ ഡിജിറ്റൈസ്ഡ് ഫോർമാറ്റ് ആക്കുന്നു. കാര്യം അടുത്ത കാലത്ത് നമുക്കറിയാലോ നയന, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ചത് ടാബ്ലറ്റ് കൂടെയാണ്. അതുമല്ല ഇന്ന് ഇലക്ട്രോണിക്സ് ഒക്കെ ഭയങ്കര രീതിയിൽ ഡെവലപ്മെൻറ്റ് ആയ സ്ഥിതിക്ക് ഇതെല്ലാം ഇലക്ട്രോണിക് ഫോർമാറ്റിലും കൂടെ ആക്കുക, ഫിസിക്കൽ പ്രിൻ്റ് ഔട്ടും കൂടി എടുക്കുക എന്നുള്ളൊരു പ്രോസസ്സിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നു ബഡ്ജറ്റ് വരെ. പിന്നെ നമുക്കറിയാം നമ്മൾ ഇരിക്കുന്നത് 1-ാം തീയതി ബിഗ് ഡേ അല്ലെങ്കിൽ ബിഗ് ബി എന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന ഷോ ഇതിന് 2 ദിവസം മുമ്പേ, അതായത് ജാനുവരി 30-ാം തീയതി ഈ ഫിനാൻസ് മിനിസ്റ്റർ ടേബിൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അന്ന് ടേബിൾ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു എക്കണോമിക് സർവേയുടെ കാര്യങ്ങളെല്ലാം ടേബിൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് 30-ാം തീയതിത്തെ പ്രത്യേകത. 31-ാം തീയതി എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഫൈനൽ ടച്ചസ് കൊടുക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ആ പാർലമെൻറ്റ് നോർത്ത് ബ്ലോക്കിലേക്ക് വീണ്ടും ഫിനാൻസ് മിനിസ്റ്റർ പോകുന്നു, ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഇൻ ഓർഡർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നേരെ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ 31st അല്ലെങ്കിൽ 31-ാം തീയതി നടക്കുന്നത്. പിന്നെ ഈ 1-ാം തീയതിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസം. നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും 9 മണിക്ക് നോർത്ത് ബ്ലോക്കിൽ ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ സെക്രട്ടറീസ് ആയിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞു. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഏതാണ്ട് 9:42 ആയി അല്ലേ. 9 മണിക്ക് തന്നെ ആ മീറ്റിംഗ് തുടങ്ങും എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കസ്റ്റമറി ആയിട്ട് 9:30 മണിയാകുമ്പോഴത്തേക്കും ഫിനാൻസ് മിനിസ്റ്റർ രാഷ്ട്രപതിയെ കാണാൻ പോകുന്നു. രാഷ്ട്രപതിയുടെ പെർമിഷൻ, അതായത് പ്രസിഡന്റിൻ്റെ പെർമിഷനോടുകൂടിയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്നുള്ളത്. അതും ശരിക്കും പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെൻ്റ് ആണ് അണ്ടർ ആർട്ടിക്കിൾ 112. അങ്ങനെ പ്രസിഡന്റിൻ്റെ കൺസെൻറ്റും കൂടി എടുത്തിട്ട് വരുന്നു. 10 മണിക്ക് ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുന്നു. അതായത് ഇനി ഏതാനും നിമിഷങ്ങൾക്കാവും 15 മിനിറ്റിനുള്ളിൽ ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കും. ക്യാബിനറ്റ് മീറ്റിംഗിൽ ശ്രീ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ചെയർ ചെയ്യും. ആ മീറ്റിംഗിൽ അവിടെ വെച്ച് ഈ ചെറിയ അനൗൺസ്മെൻറ്റുകളെക്കുറിച്ച് ചെറിയൊരു രീതിയിൽ ബ്രീഫിംഗ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കഴിഞ്ഞ് 10:30 ആകുമ്പോഴത്തേക്കും എല്ലാവരും പാർലമെൻറ്റിലേക്ക് ഡിപ്പാർച്ചർ ആവുന്നു എന്നുള്ളതാണ്. 10:45 ആകുമ്പോഴത്തേക്കും പാർലമെൻറ്റിൽ അറൈവ് ചെയ്യുന്നു. കസ്റ്റമറി ആയിട്ട് പാർലമെൻറ്റിലേക്ക് കാർ ഇറങ്ങുമ്പോൾ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ, പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ബ്രീഫ് കേസ് ആയിരുന്നു, ഇപ്പോൾ ഒരു കവറാണ്, ഒരു റെഡ് കളർ കവർ, ഒരു എന്താ പറയുക, ഒരു പ്രത്യേക മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഒരു കവറാണ്. അത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോസ് എടുക്കുക എന്നുള്ളത് ഒരു കസ്റ്റമറി ആയിട്ടുള്ള പ്രാക്ടീസാണ്. ബട്ട് അവിടെ വെച്ച് ഫിനാൻസ് മിനിസ്റ്റർ ഒന്നും സംസാരിക്കുന്നതല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫൈനൽ പ്രിപ്പറേഷനെ കഴിഞ്ഞ് പാർലമെൻറ്റിൽ റെഡിയായിരിക്കുന്നു. 11 മണിയാകുമ്പോൾ സ്പീക്കർ വരുന്നു. സ്പീക്കർ ഇൻവൈറ്റ് ചെയ്യുന്നു ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ അടുത്ത് ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യാനായിട്ട്. അവിടെ മുതലാണ് ബഡ്ജറ്റിൻ്റെ തുടക്കം വരുന്നതെന്നല്ല. സോ വി ആർ ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് ഓർ അവേഴ്സ് അവേ ഫ്രം ദ ഫൈനൽ കോൾ, ദാറ്റ് ഇസ് അറ്റ് 11 AM ടുഡേ മോർണിംഗ് എന്നുള്ളത്. അപ്പോൾ നയന, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റിൻ്റെ ഒരു പ്രോസസ്സ്. പല വ്യൂവേഴ്സും നമ്മുടെ അടുത്ത് ചോദിച്ചു എന്താണ് പ്രോസസ്സ് എന്നുള്ളത്. ഞാൻ നട്ട്ഷെല്ലിൽ പറഞ്ഞു എന്നുള്ളൂ, സംസാരിക്കാൻ ഒരുപാടുണ്ട്, എന്നാലും ഷോർട്ടായിട്ട് പറഞ്ഞു എന്നുള്ളൂ. നമുക്കിനി മാർക്കറ്റിൻ്റെ കാര്യങ്ങളായിട്ട് പ്രദീപിൻ്റെ അടുത്തും നമുക്ക് അനീഷിൻ്റെ അടുത്തും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓവർ ടു യു നയന. യെസ്, നമ്മളിപ്പോൾ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ടു ഓപ്പൺ ആണ് ഇന്ന് മാർക്കറ്റിൽ. നമുക്ക് നെഗറ്റീവ് ടോൺ ആണ് നമുക്ക് മാർക്കറ്റിൽ ഇന്ന് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഇപ്പോൾ 9% ഉയർന്നിട്ടുണ്ട്. രാവിലെ ഓപ്പൺ ആയത് നെഗറ്റീവ് മൂഡിലാണ്. നിഫ്റ്റി ബാങ്കിൽ 8%-ലധികം ഇടിവാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്ന് വിപണിയിൽ ഉയർന്നൊരു വൊളാറ്റിലിറ്റിക്ക് സാധ്യതയുണ്ടെന്നാണ് CNBCയുടെയും ഒപ്പം തന്നെ മൂഡീസിന്റെയും S&Pയുടെയും ഒക്കെ റിപ്പോർട്ടുകൾ വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു മാർക്കറ്റ് ഓപ്പണിനെ എങ്ങനെ കാണുന്നു? മാർക്കറ്റിൽ അറ്റ് ദ മൊമെൻറ്റ് നമുക്ക് കാര്യമായിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല ഇസ് ദ ഡിഫൻസ് സെക്ടർ. സോ ഡിഫൻസിൽ ഓൾമോസ്റ്റ് ഏത് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒത്തിരി സ്പെക്കുലേറ്റീവ് പൊസിഷൻസ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡിഫൻസ് ഇൻഡെക്സിൻ്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. പ്രദീപ് സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സെലക്റ്റീവായിട്ട് സെക്ടേഴ്സിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഡിഫൻസ്, റെയിൽവേ, ക്ലീൻ എനർജി, AI, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് ഈ ഒരു സെക്ടേഴ്സിലൊക്കെയാണ് ബഡ്ജറ്റിലെ ഒരു വിന്നേഴ്സ് ആകുമോ എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാർ, ഇങ്ങനെ ഒരു സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് പ്രതീക്ഷകൾ എങ്ങനെയാണ്? നയന, യൂഷ്വലി ബഡ്ജറ്റിൻ്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ചില കാര്യങ്ങൾ ഗിവൺ ആണ്, ഗ്രാൻഡഡ് ആണ്. അതായത് ആ മേഖലകളിൽ അല്ലെങ്കിൽ ആ സെക്ടറിലേക്ക് തീർച്ചയായിട്ടും ഒരു ഇൻസെൻറ്റീവ്സോ എന്തെങ്കിലും റിഫോംസോ ഉണ്ടാവും എന്ന് നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള. അതായത്
കഴിഞ്ഞ ബഡ്ജറ്റുകളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗ്രോത്ത് എഞ്ചിനായിട്ട് ഗവൺമെൻറ് കണ്ടിരുന്നത് അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തതിന് ഗവൺമെൻറ്റിൻ്റെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറാണ് പോകുന്നത്. അതായത് റോഡ്, ഹൈവേസ്, റെയിൽവേസ്, എയർപോർട്ട്, സീപോർട്ട് എന്നിങ്ങനെയുള്ള ഹാർഡ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ, പ്രത്യേകിച്ചും ഈ മോഡി ഗവൺമെൻറ് വലിയൊരു അജണ്ട തന്നെയാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കൂടുതലും ഈ സോഷ്യലായിട്ടുള്ള ബെനിഫിറ്റ്സ് ജനങ്ങളിലേക്ക് കൊടുക്കുക. സോഷ്യലായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ പോലെയുള്ള കാര്യങ്ങളിലും ഗവൺമെൻറ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ള കാര്യം ഗ്രാൻഡഡ് ആണ്, ഗിവൺ ആണ്. മൂന്നാമത് ഈ പറയുന്ന പോലെ നമുക്ക് ഈ എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ ഈ ചാരിറ്റി പ്രവർത്തനം കൂടാതെ തന്നെ ഫാർമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിയെ സംബന്ധിച്ച് വളരെ ഇൻ്റഗ്രൽ ആണല്ലോ. അപ്പോൾ ഫെർട്ടിലൈസേഴ്സ് അങ്ങനെയുള്ള സെക്ടേഴ്സ്, ആഗ്രി സ്റ്റോക്സിനൊക്കെ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് വരും എന്നുള്ള കാര്യം ഗിവൺ ആണ്. കാര്യം ഞാൻ ഈ പറഞ്ഞ സെക്ടറുകളൊക്കെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ബഡ്ജറ്റിലും എല്ലാ ഗവൺമെൻറ്റും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ മേഖലകളിലെ ആ സെക്ടറുകളിലെ സ്റ്റോക്സിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ബട്ട് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഇൻഡോ US ട്രേഡ് ഡീൽ ഒരു ലിംബോയിൽ നിൽക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ആ ട്രേഡ് ഡീൽ കാരണം അഫക്റ്റ് ചെയ്ത ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. അത് കൂടുതലും ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സാണ്. ആ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് കൂടുതലും സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് കാറ്റഗറിയിലാണ്. അതായത് നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ SME സെക്ടറിലും സ്മോൾ ക്യാപ്പിലും ലോവർ മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റിലുമാണ് കൂടുതൽ ആ സ്റ്റോക്സുകൾ വരുന്നതെന്നുള്ള. അത് നമുക്കറിയാവുന്നല്ലോ. ടെക്സ്റ്റൈൽ, അപ്പാരൽ, ഗാർമെൻറ്റ്സ്, പിന്നെ ഈ അക്വാകൾച്ചർ, സീ ഫുഡ് എക്സ്പോർട്ട്, പിന്നെ ജെംസ് ആൻഡ് ജ്വല്ലറി, ലെതർ ഗുഡ്സ്, ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്, ഓട്ടോമൊബൈൽ അക്സസറീസ്, ഇതാണ് കൂടുതലും ശരിക്കും പറഞ്ഞാൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഗവൺമെൻറ് റിഫോം കൊണ്ടുവരും. കാര്യം ഈ സെക്ടറുകളെല്ലാം പ്രഷറൈസ്ഡ് ആണ് ഈ ഇൻഡോ US ട്രേഡ് ഡീൽ കാരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് രണ്ടാമത്തെ സെറ്റ് ഓഫ് സെക്ടേഴ്സ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഗ്രാൻഡഡും ഗിവണുമായിട്ടുള്ള സെക്ടേഴ്സ് ഒന്ന്. രണ്ടാമത് പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് ഇൻഡോ US ട്രേഡ് ഡീൽ കാരണം നമുക്ക് ഇമ്പാക്റ്റ് വരുന്ന സെക്ടേഴ്സിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ജെംസ് ആൻഡ് ജ്വല്ലറിയും ഗാർമെൻറ്റൊക്കെ. മൂന്നാമത് വരുന്ന ഒരു സെക്ടറും കൂടെയുണ്ട്, അതായത് ഹൈ ഗ്രോത്ത് ഏരിയാസ്, സെൻസിറ്റീവ് ഏരിയാസ്, വൾണറബിൾ ഏരിയാസ് എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് ഈ ചീഫ് എക്കണോമിക് അഡ്വൈസറുടെ ആ ഒരു സ്പീച്ചിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി ചില സെക്ടേഴ്സിനെ ഗവൺമെൻറ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന്. അതായത് ആക്റ്റീവ് ഫാർമ ഇൻഗ്രീഡിയൻസ്, APIസിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് എന്തെങ്കിലും റിഫോംസ് കൊണ്ടുവരുമോ, PLI പോലത്തെ സ്കീംസ് കൊണ്ടുവരുമോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പവർ ഇലക്ട്രോണിക്സിൻ്റെ കാര്യം. മൂന്നാമത് റെയർ എർത്ത് എലമെൻറ്റ്സ് ആൻഡ് റെയർ എർത്ത് മാഗ്നറ്റ്സ്, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അലോക്കേഷൻ പ്രത്യേകിച്ച് കൊടുക്കുമോ എന്നുള്ളത്. പിന്നെ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ്, നമുക്കറിയാലോ കെമിക്കൽസ് ആയ ഗ്യാസ്, കെമിക്കൽസ് ഒക്കെ നമുക്ക് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡേറ്റാ സെൻറ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ആ ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ് കൊടുക്കുമോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ടതാണ്. പിന്നെ ടെലികോം എക്യുപ്മെൻറ്റ്സ്, നമുക്കറിയാലോ ഇന്ത്യ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ്, ഇൻഫാക്ട് ലാർജസ്റ്റ് മൊബൈൽ യൂസിങ് നേഷൻ ആണെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ടെലികോം ഇൻഫ്രാസ്ട്രക്ചറിനും ടെലികോം എക്യുപ്മെൻറ്റ്സിലും എന്തെങ്കിലും കൊണ്ടുവരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും റിഫോംസ് കൊണ്ടുവരുന്നോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമുക്ക് ബാറ്ററി സെൽസ് ആൻഡ് കാത്തോഡ്, നമുക്കറിയാലോ ഹൈഡ്രജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഇലക്ട്രോലൈസേഴ്സ്, പിന്നെ കാത്തോഡ്സ്, പിന്നെ ബാറ്ററി സെൽസ്, ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. പിന്നെ സോളാർ വേഫേഴ്സ്, ഈ ഓൾട്ടർനേറ്റ് എനർജി, ഗ്രീൻ എനർജിക്ക് വേണ്ടി സോളാർ വേഫേഴ്സ്, സെൽസ്, പിന്നെ നമുക്കറിയാമല്ലോ ബാറ്ററി സ്റ്റോറേജിൻ്റെ കാര്യങ്ങൾക്കും എന്തൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ള. അപ്പോൾ ഇത്രയും സെക്ടേഴ്സാണ് ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ വൾണറബിൾ ഫീസിബിൾ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് PLI സ്കീംസ് എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട് നയന. അപ്പം തന്നെ നമ്മൾക്ക് ഈ ഒരു ബഡ്ജറ്റ് 2026 നോക്കുമ്പോൾ റോഡുകൾ അടക്കം റെയിൽവേ കൂടെ ഇങ്ങനെയുള്ള സെക്ടേഴ്സിലെല്ലാം വലിയൊരു സാധ്യതയുണ്ട്. കേന്ദ്രം ഏകദേശം ഒരു 12 മുതൽ 13 ലക്ഷം കോടി രൂപ വരെ വകയിരുത്തേക്കാമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ ഡിഫൻസ് മേഖലയ്ക്ക് പുറമെയാണ് ഈ റോഡുകളും റെയിൽവേയും എല്ലാം ഒരു പണം എത്തുക. ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെയാകും ഒരു ഓഹരി വിപണിയുടെ ഇതിനോടുള്ള ഒരു പ്രതികരണം? Road and infrastructure, I don't think it is going to impact the share market. ഇതിൽ ഗവൺമെൻറ് സ്പെൻഡിങ് വരുമ്പോഴേക്കും നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഹൗ ഇസ് ദ ഗവൺമെൻറ് ഗോയിങ് ടു ഫണ്ട് ദിസ്. സോ കഴിഞ്ഞ പല ബഡ്ജറ്റിലും നമ്മൾ കണ്ടിരിക്കുന്ന ഗവൺമെൻറ് മോണിറ്റൈസേഷൻ സ്കീംസ് കൊണ്ട് വന്നിരുന്നു. സോ ദാറ്റ് ഡെഫിനറ്റ്ലി വിൽ ബി വൺ ഏരിയ ഓഫ് ഫോക്കസ്. കാര്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അറ്റ്ലീസ്റ്റ് ഒരു 100 ലാർജ് പബ്ലിക് സെക്ടർ കമ്പനീസ് കൈവശമുണ്ട്. ആ ഒരു കമ്പനീസിലൊക്കെ ഓഫ് എ സെയിൽ അല്ലെങ്കിൽ സ്റ്റേക്ക് സെയിലിന് പോകുന്നതിന് പകരം ക്യാൻ ദ ഗവൺമെൻറ് കം അപ്പ് വിത്ത് എ മോണിറ്റൈസേഷൻ സ്കീം. So budget deficit engane contain cheyum, that is going to be, I think, one big area of focus. Suraj, you want to add something on that?
പ്രദീപ്, ഇൻഫാക്ട് നമ്മൾ ഈ ബഡ്ജറ്റിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഒരു കുറച്ച് പ്രീ ബഡ്ജറ്റ് ഷോ നടത്തിയിരുന്നു. നമ്മൾ ചില ഇൻ്റർവ്യൂവും ചെയ്തു. നമ്മൾ രണ്ടുപേരും, പ്രദീപ് ചന്ദ്രശേഖര ശരി, ഞാനായാലും ശരി, നമ്മുടെ ഇനി വരാൻ പോകുന്ന 10 മണിക്ക് ശേഷം വരാൻ പോകുന്ന ഗസ്റ്റ് ആയിട്ടുള്ള അനീഷ് ആണെങ്കിൽ ശരി, നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന പണ്ട് എക്കണോമിക്സ് പ്രൊഫസറായ ഡോക്ടർ VK വിജയകുമാർ, ഇന്ന് ജിയോജിത്തിൻ്റെ ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റിനടുത്ത് ഞാനൊരു 1 hour ഇൻ്റർവ്യൂ ചെയ്തിരുന്നു എന്നുള്ള. അന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത പ്രദീപ്, നമുക്ക് ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ തുടങ്ങേണ്ടത്. അതായത് നമുക്കറിയാമല്ലോ, റെക്കോർഡ് എമൗണ്ട് ഓഫ് മണിയാണ് സാധാരണ റീറ്റെയിൽസ് മ്യൂച്വൽ ഫണ്ടിലേക്ക് കൊടുത്തത്. സിപ്പ് വഴി അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ട്സിന് കൊടുത്തിട്ടുണ്ടെന്നുള്ള. നമുക്കറിയാമല്ലോ, ഇന്ത്യൻ മാർക്കറ്റിൽ പല സെക്ടേഴ്സും പല സ്റ്റോക്സും ഓവർ വാല്യൂഡ് ആയിരുന്നു. ആ ഓവർ വാല്യൂഡ് ആയിരുന്നത് കാരണം ഒരു വശത്ത്, മറ്റൊരു വശത്ത് ഈ പറയുന്ന പോലെ മറ്റുള്ള രാജ്യങ്ങളിലെ മാർക്കറ്റുകളിലെ സ്റ്റോക്സ് അട്രാക്റ്റീവുമായോണ്ട് FIIസിൻ്റെയും FPIസും ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല രീതിയിൽ സെല് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. 2025 കലണ്ടർ ഇയർ മാത്രം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1.6 lakh crore സെല്ലിംഗ് FIIസിൻ്റെ ഭാഗത്തുനിന്ന് മാത്രം വന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓൾറെഡി ലിസ്റ്റഡ് ആയിരിക്കുന്ന കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഏതാണ്ട് 1,20,000-30,000 കോടിക്ക് സെല്ല് ചെയ്തു എന്നും കൂടെ ഉണ്ട്. അതായത് അവർ സെല്ല് ചെയ്ത്, ഉദാഹരണത്തിന് നമ്മൾ വേൾപൂളിൽ മൾട്ടിനാഷണൽ കമ്പനിയായ വേൾപൂളിൻ്റെ ഗ്ലോബൽ കമ്പനി എക്സിറ്റ് ചെയ്യുക, അങ്ങനെ പല രീതിയിലും ഫുൾ എക്സിറ്റ് അല്ലെങ്കിലും ഒരു പാർഷ്യൽ എക്സിറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സും സെല്ല് ചെയ്തു. FIIs സെല്ല് ചെയ്തതിൻ്റെ മുകളിൽ തന്നെ. അതുകൂടാതെ നേരത്തെ പ്രദീപ് മെൻഷൻ ചെയ്തിരുന്നു, അതായത് IPO വന്നിരുന്നു. IPOയിൽ ഓഫർ ഫോർ സെയിൽ വഴി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്തും ഏതാണ്ട് 1.1 lakh crore ആണ്. അതായത് ചുരുക്കത്തിൽ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 4 ലക്ഷം കോടിയുടെ സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രൊമോട്ടേഴ്സും FIIസും FPIസും ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നിട്ടും മാർക്കറ്റ് എന്തുകൊണ്ട് വേണ്ട രീതിയിൽ താഴേക്ക് വന്നില്ല? നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിലും 52 വീക്ക് ഹൈക്ക് താഴെയായിട്ട് ഏതാണ്ട് 5 to 6% ആണ് നമ്മൾ. ഇന്നും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് വലിയ മീനിങ് ഫുൾ ആയിട്ട് താഴേക്ക് വന്നില്ല. എന്തായിരിക്കാം ഒരുവിധം കാരണം ഈ മാർക്കറ്റിൻ്റെ സെല്ലിങ്ങിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്തത് മ്യൂച്വൽ ഫണ്ട് മണിയാണെന്നുള്ള. മ്യൂച്വൽ ഫണ്ട് മണി എന്ന് പറഞ്ഞാൽ നമ്മളും നമ്മളെ കൂടാതെ ഈ പ്രേക്ഷകരും ബാക്കിയുള്ള റീറ്റെയിലേഴ്സും കൊടുക്കുന്ന പൈസയാണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ ബൈ ചെയ്ത കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് വലിയ രീതിയിൽ താഴേക്ക് വരാത്തതെന്നുള്ള. അപ്പോൾ മാർക്കറ്റിൽ ഫിയർ ചെയ്തിരുന്നൊരു കാര്യം ഞാനും ഡോക്ടർ VK വിജയകുമാറും ഡിസ്കസ് ചെയ്തത് പ്രദീപ്, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ശരിക്കും ഉള്ള ഒരു സെല്ലിംഗ് അല്ലെങ്കിൽ ഒരു പ്രൈസ് ഡിസ്കവറി മെക്കാനിസം കണ്ടിട്ടില്ല. കാര്യം എന്തൊക്കെയാണോ സെല്ല് ചെയ്തത് അത് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യേണ്ട കാര്യം വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അതിൻ്റെ ഒരു ഫീറ്റ് അല്ലെങ്കിൽ ബോട്ടം ഐഡൻറ്റിഫൈ ചെയ്തില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു ചാലഞ്ചിങ് തന്നെയാണ്. ഒരു പരിധി വരെ ഈ DIAs മേടിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ കുറച്ചുകൂടി താഴെ വന്നേനെ, അത് അതിൻ്റെ ബോട്ടം കണ്ടേനെ, അവിടുന്ന് നല്ല ഒരു വാല്യൂ ബൈയിങ് നടന്നേനെ എന്നുള്ള. ബട്ട് അതിനുള്ളൊരു ചാൻസ് മാർക്കറ്റിൽ വന്നില്ല എന്നുള്ളത് ഞങ്ങൾ രണ്ടും ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്. എനിക്ക് പ്രദീപിൻ്റെ കയ്യിൽ നിന്ന് അതിനെക്കുറിച്ചൊരു അഭിപ്രായമുണ്ട്. അതായത് അതിനെക്കുറിച്ചൊരു അഭിപ്രായം വേണമെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ ഈ DIs അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ആർട്ടിഫിഷ്യലി ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നുണ്ടോ? ദ റിയൽ പ്രൈസ് ഡിസ്കവറി മെക്കാനിസം മാർക്കറ്റ് കണ്ടിട്ടില്ലേ? പ്രദീപിൻ്റെ അഭിപ്രായം എന്താണ്? Suraj, very interesting question. So how I would like to answer that is giving example from the precious metal market. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 1.5 വർഷത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ അതുപോലെ തന്നെ വെള്ളിയുടെയും വില ഏകദേശം 130-140% ഉയർന്നത്. ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞൊരു 6 ആഴ്ചത്തെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ വളരെ ഹെവി ബൈയിങ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ബട്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസ് മാത്രം മതിയായി ഫോർ ഗോൾഡ് ആൻഡ് സിൽവർ പ്രൈസസ് ടു ക്രാഷ് ബൈ മോർ ദാൻ 30%. 30% കറക്ഷനായിരുന്നു നമ്മൾ കണ്ടത്. സോ ഷെയർ മാർക്കറ്റിൽ അതേപോലെ തന്നെ തിരിച്ചു വരുന്നതിന് മുൻപ് ബിറ്റ്കോയിൻ, നമ്മൾ ക്രിപ്റ്റോ കറൻസി എടുത്തു കഴിഞ്ഞാൽ എന്ത് അടിസ്ഥാനത്തായി ക്രിപ്റ്റോ കറൻസി നമ്മൾ വാല്യൂ ചെയ്യുന്നത്, ഓൺ വാട്ട് ബേസിസ്? സോ ക്രിപ്റ്റോ ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു $4,000-5,000 ലെവലിൽ നിന്ന് ഏകദേശം ഒരു $1 ലക്ഷം വരെയായിരുന്നു ബിറ്റ്കോയിൻ്റെ വില ഉയർത്തുന്നത്. ദർ വാസ് നോ ലോജിക് ടു ഇറ്റ്. സോ നമ്മളിപ്പോൾ ഷെയർ മാർക്കറ്റിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഒരു ടേം കോൺസ്റ്റൻ്റ്ലി നമ്മൾ മാർക്കറ്റിൽ കേൾക്കുന്നത് ഇറ്റ്സ് ഇറാഷണൽ എക്സ്യൂബറൻസ്. സോ ചില സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു അൺനെസസറി ഓവർ എക്സ്പെക്റ്റേഷൻ വരുന്ന സമയത്ത് ചില സ്റ്റോക്സൊക്കെ ഓവർ സ്ട്രെച്ച്ഡ് ഓവർ വാല്യൂഡ് സോണിലോട്ട് തീർച്ചയായിട്ടും പോകാറുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ സൂരജ് പറഞ്ഞു നിഫ്റ്റി 50-ലെ കാര്യമായിട്ട് കറക്ഷൻ കണ്ടില്ല. നിഫ്റ്റി 50-ലെ കാര്യമായിട്ട് കറക്ഷൻ വരാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ വാസ് ബിക്കോസ് നമ്മൾ സെക്ടർ വൈസ് നല്ല റൊട്ടേഷൻ നടന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ITCയുടെ കേസിൽ വലിയൊരു ഇടിവായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്.
ടെക്നോളജി സ്റ്റോക്സിൽ വലിയൊരു ഇടിവായിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് ടെക്നോളജിയിലും ITCയിലും ഒക്കെ വലിയ ഇടിവ് നടക്കുന്ന സമയത്ത് വേറെ ചില സ്റ്റോക്സിൽ നമുക്ക് നല്ല ബൈയിങ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് അറ്റ് ദ മൊമെൻറ്റ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരിച്ച് ടെക്നോളജി സെക്ടറിലോട്ടൊരു റിവൈവൽ നടക്കുന്നുണ്ട്. ആൻഡ് നമ്മളിപ്പോൾ വാല്യുവേഷൻ നോക്കുമ്പോഴേക്കും ഇപ്പോൾ സൂരജ് നല്ലൊരു എക്സാമ്പിളായിരുന്നു തന്നത് വേൾപൂൾ ഇന്ത്യ. ബട്ട് വേൾപൂൾ ഇന്ത്യയോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ABB, അതുപോലെ തന്നെ സീമെൻസ്, അല്ലെങ്കിൽ ബോഷ്, അതുപോലെ 3M, ഓൾ ദീസ് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 40-50% കറക്ഷൻ നടന്നിരിക്കുന്നത്. ആൻഡ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാദർ ദാൻ ഫോക്കസിങ് ഓൺ ദ index or the index heavyweights, let us look at the value stocks. ഇപ്പോൾ ABB according to me is very attractively priced at current levels. സുരേഷ് സാർ, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ന് സ്വർണത്തിനും ഒരു നിർണായക ദിനമാണ് എന്ന് കൂടി പറയാം. കാരണം ബജറ്റിനോടനുബന്ധിച്ച് ഈ ഒരു കമ്മോഡിറ്റി മാർക്കറ്റും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്വർണ്ണ വിലയിൽ ഇന്ന് ശ്രദ്ധിക്കേണ്ട ലെവലുകളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സമയത്ത്, അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ, അതായത് പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റ് ഡേയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് ഗോൾഡിനോ സിൽവറിനോ വേണ്ടിയിട്ടല്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം ജിയോ പൊളിറ്റിക്സ് ഇഷ്യൂ കാരണം ദർ വാസ് എ ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ ടു സേഫ് ഹെവൻ. അല്ലേ, സേഫ് ഹെവൻ അസറ്റ്സിലേക്ക് പോയി എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഏതാണ്ട് 4-5 മാസം നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്നു. ലാസ്റ്റ് 1 മാസം കൊണ്ട് തന്നെ സിൽവർ ഡബിളിനടുത്ത് വരെയുള്ള റിട്ടേൺ തന്നു എന്നുള്ളതാണ്. ബട്ട് എന്നും നമുക്കിങ്ങനെ പോകാൻ പറ്റില്ല. കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനത്തെ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ലോകം എന്താണ് നമ്മളോട് പറയുന്നത്? ബാക്കി ഒരു അസറ്റ് ക്ലാസ്സിനോടും ലോകത്തിന് യാതൊരു വിശ്വാസം ഇല്ല എന്നുള്ള രീതിയിലാണ്. ഓഫ് കോഴ്സ് മേ ബി ഒരു അണ്ടർ വാല്യുവേഷൻ ഗോൾഡിലോ സിൽവറിലോ ഉണ്ടായിരുന്നേക്കാം. നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറയുന്ന പരിപാടി ഓൺ ആൻ ഐഡിയൽ വീക്ക് ഡേ നമ്മൾ പറഞ്ഞിരുന്നു, നിഫ്റ്റി ടു ഗോൾഡ് റേഷ്യോ വെച്ചിട്ട് നിഫ്റ്റിയുടെ ഇന്നത്തെ മൂവ്മെൻറ്റ് അനുസരിച്ച് ഗോൾഡ് അണ്ടർ വാല്യൂഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് മിഡിലോടുകൂടി 2025 നമ്മൾ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് അത് ഷെയർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇൻസിഡൻ്റ്ലി ഓർ കോയിൻസിഡൻ്റ്ലി, അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് എന്ന് വേണമെങ്കിൽ ആവാം, നമുക്ക് തീർച്ചയായിട്ടും ഗോൾഡിൽ നല്ലൊരു റിട്ടേൺ കിട്ടി എന്നല്ല, അല്ലെങ്കിൽ നല്ലൊരു അപ്രീസിയേഷൻ കിട്ടി എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ്. ആ ഗോൾഡ് റൺ ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ 2025 ലാസ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ വേറൊരു റേഷ്യോ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് ഗോൾഡ് ടു സിൽവർ റേഷ്യോ. അതായത് ഗോൾഡ് ഇത്രയും കയറുകയാണെങ്കിൽ ഗോൾഡിൻ്റെ പൂവർ കസിനായിട്ടുള്ള സിൽവർ ഒരു ക്യാച്ചപ്പ് റാലി നടത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ വീണ്ടും പറഞ്ഞ പോലെ തന്നെ ആ റേഷ്യോ ജസ്റ്റിഫൈ ചെയ്തിരിക്കുന്നു, വിൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. സിൽവർ ഹാഡ് എ ബ്യൂട്ടിഫുൾ റാലി എന്നുള്ള കാര്യവും നന്നായിട്ട് അറിയാം. ബട്ട് സിൽവറും ഗോൾഡും ആ ഒരു റാലി എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു സാധാരണ എക്കണോമിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു അനലിസ്റ്റിൻ്റെ കോംപ്രിഹെൻഷൻ അപ്പുറം പോയി എന്നുള്ളതാണ്. അതായത് അത്രയ്ക്ക് മാത്രം കയറേണ്ട കാര്യങ്ങളുണ്ടായിരുന്നോ? കാര്യം ബാക്കിയുള്ള ജിയോ പൊളിറ്റിക്സ് ഒക്കെ മാർക്കറ്റിൽ അബ്സോർബ്ഡ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിലും സ്റ്റോക്ക് മാർക്കറ്റും ഡിപ്രസ്ഡ് ആവുന്നുണ്ട്. ബട്ട് അടുത്ത കാലത്ത് കണ്ട പ്രത്യേകത എന്ന് വെച്ചാൽ US മാർക്കറ്റും കയറിപ്പോകുന്നു, മറ്റുള്ള മാർക്കറ്റുകളും കയറിപ്പോകുന്നു, ഗോൾഡും കയറിപ്പോകുന്നു, സിൽവറും കയറിപ്പോകുന്നു, ഇന്ത്യ മാത്രം അണ്ടർ പെർഫോമറായിട്ട് മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സിൽവറും ഗോൾഡും ഓഫ് കോഴ്സ് അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുന്നവരുണ്ട്. വ്യക്തിപരമായിട്ട് ഞാനത് ചെയ്യുന്നില്ല. ഒരു പക്ഷേ പ്രദീപ് അങ്ങനെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് പ്രദീപിനോട് ചോദിക്കാം ഇത് കഴിഞ്ഞിട്ട്. ഞാൻ സിൽവറിനെയും ഗോൾഡിനെയും ഈ പറയുന്ന പോലെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുന്നില്ല, ഒരു ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നെ സംബന്ധിച്ച് മാർക്കറ്റിൽ ഇന്ന് നമ്മൾ നോക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്സും അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എന്ന് പ്രത്യേകം ഞാൻ പറയേണ്ടിയിരിക്കുന്നു. അതായത് നിഫ്റ്റി എന്നല്ല, അല്ലെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് 50യോ മിഡ് ക്യാപ്പോ സ്മോൾ ക്യാപ്പോ എന്ന് പറയുന്ന സെക്ടറൽ തീമല്ല, അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ്, ബാങ്കിങ്, NBFC എന്നുള്ള രീതിയിൽ സെക്ടറൊന്നുമല്ല. പല സെക്ടറുകളിലും പല സ്റ്റോക്കുകളും അതിൻ്റെ 15-year ആവറേജ് പീരീഡ് താഴെ കിടക്കുന്ന പല സ്റ്റോക്കുകളും ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയുള്ള സ്റ്റോക്ക്, നല്ല ROE നല്ല ROC ഉള്ള സ്റ്റോക്ക്, ഡെറ്റ് അധികം ഇല്ലാത്ത കമ്പനികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വാല്യൂ ബൈ ആണ്. അതായത് ഇതൊരു സ്റ്റോക്ക് പിക്കേഴ്സ് മാർക്കറ്റായിട്ട് മാറി നിഫ്റ്റി എന്ന് പറയുന്ന ബാരോമീറ്റർ മാത്രം നമ്മൾ കണ്ട് മുന്നോട്ട് പോവാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഈസ് ഓൾ അബൌട്ട് അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് മോർ ദാൻ ഗോൾഡ്, സിൽവർ ഓർ ജനറൽ മാർക്കറ്റ് ആസ് സച്ച്. നിഫ്റ്റിയും മറ്റുള്ള ഇൻഡെക്സിനേക്കാളും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റോക്കും അതിൻ്റെ ഹെൽത്തും അതിൻ്റെ ഓപ്പർച്യൂണിറ്റിയും അതിൻ്റെ പ്രോസ്പെക്റ്റും ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടതിനാണ്. പ്രദീപ് സാറിനോടാണ്. നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ തന്നെ വളർച്ചയ്ക്ക് ഒരു ഓഹരി വിപണിയെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ FIIs വളരെയധികം സെല്ലിംഗ് നടത്തുന്നതിന് എന്തെങ്കിലും ഒരു മറുപടി ബഡ്ജറ്റിൽ നമ്മുടെ നിർമ്മലാ സീതാരാമന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം? വെരി അൺലൈക്ലി, ബിക്കോസ് FII എനിക്ക് തോന്നുന്നില്ല ബഡ്ജറ്റിൻ്റെ മാത്രം ഒരു അടിസ്ഥാനത്തായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. FIIക്ക് വേറെ പല ഫാക്ടേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് ബോണ്ട് ഡീൽസ് ഇൻ US, ബോണ്ട് ഡീൽസ് ഇൻ ജപ്പാൻ,
അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ള ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി. സോ നമ്മളിപ്പോൾ ജാപ്പനീസ് ബോണ്ട് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് ബോണ്ട് ഡീൽസ് കണ്ടമാനം കഴിഞ്ഞ 2-3 മാസത്തിനിടെ വർദ്ധിച്ചിട്ടുണ്ട്. ആൻഡ് അഗെയിൻ നമുക്കറിയാം ഇപ്പോൾ അമേരിക്കയിലെ ഫെഡറൽ റിസർവ് വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് നിലനിർത്തിയിരിക്കുന്നത്. ബട്ട് there's a possibility that അടുത്ത പുതിയതായിട്ട് കെവിൻ വാഷ് ഇസ് കമ്മിങ് ആസ് ദ ഫെഡറൽ റിസർവ് ചെയർമാൻ. സോ അദ്ദേഹം ഇനി എന്ത് നടപടിയെടുക്കും ഇതെല്ലാം FI ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാക്ടേഴ്സ് ആയിരിക്കും. സോ ഒരു ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഐ ഡോണ്ട് തിങ്ക് FIs are going to come back in. And FIs വരുന്നില്ലേ one great method to check that is the Indian rupee to US dollar exchange rate. അത് നോക്കുമ്പോഴേക്കും നമുക്ക് പുതിയ ഇൻഫ്ലോ ഒന്നും ഇന്ത്യയിലോട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല അറ്റ് ദ മൊമെൻറ്റ്. പ്രദീപ് വളരെ വാലിഡ് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് അതവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നുള്ളത്. എനിക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്തൊന്ന് പറയണം. ശരി, അബ്സല്യൂട്ട്ലി ഹീസ് പെർഫെക്റ്റ് ആൻഡ് സ്പോട്ട് ഓൺ. ഞാൻ 2 കാര്യങ്ങളോട് ഒന്ന് ആഡ് ചെയ്ത് പറയാം എന്നുള്ളതാണ്. നമ്മൾ അതായത് ഈ പറയുന്ന പോലെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യണു, എങ്ങനെ കാണൂ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അതായത് നമ്മളിപ്പോൾ നമ്മൾ 2-3 പേരും നമ്മളിതാ ഇവിടെ ഇരിക്കും. നമ്മുടെ മുന്നിൽ കൂടെ ഒരു BMW കാർ പോകണമെന്ന് വിചാരിക്കാം. ആ BMW കാറിനെ ഓവർടേക്ക് ചെയ്താണ് മാരുതി 800 എന്ന് പോകുന്നു എന്ന് വിചാരിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണാം, മാരുതി 800 ഇസ് മച്ച് മോർ ഫാസ്റ്റർ കാർ ദാൻ BMW എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം. കാര്യം നമ്മൾ കണ്ട കാര്യം എന്താ, BMWനെ ഓവർടേക്ക് ചെയ്ത് മാരുതി 800 പോയി എന്നുള്ളതാണ്. ബട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ, അതിൻ്റെ സ്റ്റാറ്റിക്സ് നോക്കുമ്പോൾ, ടോർക്കോ അല്ലെങ്കിൽ ബ്രേക്ക് ഹോഴ്സ് പവർ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ, BMWൻ്റെ അടുത്ത് നിൽക്കില്ല മാരുതി 800 എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാമെന്നുള്ളത്. നമ്മളിപ്പോൾ പറയുന്ന കാര്യം എന്താ, നമ്മൾ സംസാരിക്കുന്നത് നിഫ്റ്റി ലെവലും FIs സെല് ചെയ്തതുമാണ് നമ്മൾ ഹെഡ്ലൈനായിട്ട് ഒരു നരേറ്റീവായിട്ട് നമ്മൾ പറയുന്നത് അല്ലേ. ശരിയാണ്, ഒരു പരിധി വരെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിലും ഈ മാർക്കറ്റിൽ 100-ൽ പരം സ്റ്റോക്കുകൾ ലാസ്റ്റ് ഒരു കൊല്ലം 30%, 40%, 60%, 100% വരെ കയറിയ സ്റ്റോക്കുകളുണ്ട്. ആ സ്റ്റോക്കുകളിൽ FIs ബൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം FIsനെ സംബന്ധിച്ച് മറ്റുള്ള ഓപ്പർച്യൂണിറ്റി മാറ്റിവെച്ച്, അതായത് ഗ്ലോബൽ ബോൺസോ അല്ലെങ്കിൽ ഗ്ലോബൽ ഇക്വിറ്റീസ് ലൈക്ക് NVIDIA, ആപ്പിൾ, ആമസോൺ, ടെസ്ല പോലെയുള്ള സ്റ്റോക്കുകളെക്കാട്ടിലും നല്ല ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിലെ ചില സ്റ്റോക്കുകൾക്ക് ഉള്ളതുകൊണ്ടാണല്ലോ അവരവിടെ പോവാതെ ഇവിടെ വന്ന് മേടിച്ചത്. 100% FIs ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റിട്ടില്ലല്ലോ. ഒരു ചെറിയൊരു പക്ഷം FIs മാത്രമല്ലേ വിറ്റിട്ടുള്ളൂ. അതായത് ഹെഡ്ജ് ഫണ്ടോ അല്ലെങ്കിൽ ETF മണിയോ, നമ്മൾ പറയുന്ന റെഡ് ഹോട്ട് മണി. അല്ലാണ്ട് ലോങ് ഓൺലി FIs എത്ര പേര് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്? ഭൂരിഭാഗവും ലോങ് ഓൺലി FIs ആണെന്നുള്ളതാണ്. അതായത് ലോങ് ടേം FIs. ആ FIsഉം FPIsഉം 100-ൽ പരം കമ്പനികളിൽ ലാസ്റ്റ് ഒരു കൊല്ലം മേടിച്ചിട്ട് ആ സ്റ്റോക്കുകൾ തന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഹ്യൂമങ്കസ് റിട്ടേൺ ആണ്. 30, 40, 50, 60, ഇൻ സം കേസസ് 100% ഡബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. അപ്പം നമ്മൾ FIs ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല, FIs സെല് ചെയ്യുന്നു, ഇന്ത്യൻ മാർക്കറ്റിലെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മൾ പറയുമെങ്കിലും അത് ഭാഗികം മാത്രമേ ഉള്ളൂ. അതായത് ദാറ്റ് ഈസ് ജസ്റ്റ് വൺ സൈഡ് ഓഫ് ദ സ്റ്റോറി. ശരിയാണ്, അങ്ങനെയുള്ളവർ പോകുന്നുണ്ട്. ബട്ട് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്കുകളിലൊക്കെ തീർച്ചയായിട്ടും ബൈയിങ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സോ അല്ലെങ്കിൽ മറ്റുള്ള ഓപ്പർച്യൂണിറ്റിയോ FIsനെ പിടിച്ചു നിർത്തിയില്ല. ദേ വെന്റ് ഓൺ ബൈയിങ് ദീസ് സ്റ്റോക്സ് ആൻഡ് ദാറ്റ് സ്റ്റോക്സ് ഹാവ് ഡെലിവേർഡ് എ ഫാന്റാസ്റ്റിക് റിട്ടേൺ. ആ സ്റ്റോക്സ് കയ്യിലുള്ള ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചോളം ഇന്ത്യൻ മാർക്കറ്റിൽ യാതൊന്നും സംഭവിച്ചില്ല എന്നുള്ള. കഷ്ടകാലത്തിന് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്സ് താഴെ പോയത് കാരണം നമ്മൾ ബാഡ് വർക്കേഴ്സ് ബിറൈൻ ദ ടൂൾസ് ഇൻക്ലൂഡിങ് മീ അല്ലെങ്കിൽ പ്രദീപ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ, നമ്മളെ സംബന്ധിച്ച് മുഖം നന്നാവാത്തതിന് കണ്ണാടിയെ കുറ്റം പറയുക, കൈയക്ഷരം നന്നാവാത്തതിന് പേനെ കുറ്റം പറയുന്നിട്ടൊന്നും നമ്മൾ കാര്യമില്ല. മാർക്കറ്റിൽ ഇനഫ് ഇൻഡിക്കേഷൻസ് ഉണ്ടായിരുന്നു പല സ്റ്റോക്സും ഓവർ വാല്യൂഡ് ആയിരുന്നു. നമ്മൾ സെല്ലേഴ്സ് ആണെങ്കിൽ അതിൽക്കാളിലും എത്രത്തോളം സെല്ലേഴ്സ് ആയിരിക്കും FIs അവിടെ എന്നുള്ള. എന്നാൽ ഒരു വിഭാഗം സ്റ്റോക്കുകളിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയായിരുന്നു എന്നുള്ള. ആ സ്റ്റോക്കുകളിലേക്ക് എന്തുകൊണ്ട് നമ്മൾ എത്തിയില്ല, എന്തുകൊണ്ട് അങ്ങനത്തെ വാല്യൂ ബൈസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ല എന്നുള്ളത് മാർക്കറ്റിൻ്റെയോ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെയോ കുറ്റമല്ല, നമ്മുടെ മാത്രം കുറ്റമാണ് എന്നുള്ളതാണ് ഞാൻ. നമുക്കിപ്പം ഇപ്പോൾ അനീഷ് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്, ചീഫ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. ഒപ്പം നമ്മൾ പ്രദീപ് സാറിലേക്ക് പോവുകയാണെങ്കിൽ, പ്രദീപ് സാർ, ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു നെഗറ്റീവ് നോട്ടിൽ തന്നെയാണ് മാർക്കറ്റിൻ്റെ ഒരു സൂചികകൾ പോകുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ബഡ്ജറ്റിലെ പ്രതീക്ഷ അത്രയ്ക്കൊന്നുമില്ല. ഒരു LPG വില കൂടി തുടങ്ങിയ വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അല്ല, അറ്റ് ദ മൊമെൻറ്റ് കാലത്ത് നമ്മൾ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ കണ്ടതുപോലെ തന്നെ നിഫ്റ്റി 50-ലെ കാര്യമായിട്ടൊരു മൂവ്മെൻറ്റ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇന്നത്തെ
മാർക്കറ്റിൽ ഒരേ ഒരു സ്റ്റോക്ക് എനിക്ക് എടുത്തു പറയാനുള്ളത് ഇറ്റ് ഇസ് കേരള ബേസ്ഡ് മുത്തൂറ്റ് ഫിനാൻസ്. മുത്തൂറ്റ് ഫിനാൻസിൻ്റെ സ്റ്റോക്കിൽ വലിയൊരു സെൽ ഓഫാണ് നമുക്ക് കാണാൻ സാധിക്കും. ഓൾമോസ്റ്റ് ഒരു 6-6.5% ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ ഇസ് നമ്മൾ സ്വർണ്ണത്തിൻ്റെ വിലയിൽ ഇത്രയും വലിയൊരു ഇടിവ് കണ്ടത്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ബഡ്ജറ്റ് ഓർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ കമ്പനി. കഴിഞ്ഞ ഒരു 1-1.5 വർഷത്തിനിടെ മുത്തൂറ്റ് ഫിനാൻസിൽ വലിയൊരു നേട്ടമാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ONGCയുടെ കേസിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2% ഗെയിൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ONGC, കോൾ ഇന്ത്യ, ഓയിൽ ഇന്ത്യ, ഈ 3 സ്റ്റോക്സിലും കഴിഞ്ഞ ഒരു 1-1.5 വർഷത്തിനിടെ അണ്ടർ പെർഫോമൻസിന് ശേഷം നമുക്ക് നല്ലൊരു റിക്കവറി കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. which interestingly brings me back to Suraj. Suraj, ഇപ്പോൾ നമ്മൾ ONGC is a big large cap stock index heavyweight. ആൻഡ് ONGCയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 1.5-2 വർഷമായിട്ട് മാർക്കറ്റിനെ അപേക്ഷിച്ച് അണ്ടർ പെർഫോമൻസ് ആയിരുന്നു. സോ സൂരജ് പറഞ്ഞിരുന്നത് അബൌട്ട് ഹൗ ദ നിഫ്റ്റി 50-ൽ നമുക്ക് കാര്യമായിട്ട് കറക്ഷൻ കാണുന്നില്ല. സോ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രി, ITCയിലൊക്കെ സെല്ലിംഗ് നടക്കുന്ന സമയത്ത് ONGC has actually recovered, it has turned around, it is back in bullish zone. പ്രദീപ്, അത് എക്സ്പെക്റ്റഡ് ആണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ട്രംപിൻ്റെ സ്പീച്ച് വരെ നോക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റ് എനർജിയെക്കാളും അദ്ദേഹം കൂടുതലും ഹൈഡ്രോ കാർബൺസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ONGCയുടെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ട്. ബട്ട് PCRയിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മുടെ അടുത്ത ഗസ്റ്റ്, അതായത് നമ്മുടെ അനീഷ് റെഡിയാണ് ഹാർനസ് ഫിൻ സർവീൽ നിന്ന്. അപ്പോൾ അനീഷിനോട് നമുക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് ചോദിക്കണം. കാര്യം അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. നയന, ഒന്ന് അനീഷിനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് എന്താണ് മാർക്കറ്റിൻ്റെ സ്റ്റേജ് എന്നൊന്ന് നോക്കി പറയാമോ? നമുക്കിപ്പം അനീഷ് ചന്ദ്രൻ ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ രാവിലെ തുടക്കത്തിൽ തന്നെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബജറ്റ് പ്രതീക്ഷകൾ അത്ര കണ്ട് ഇല്ലേ നിക്ഷേപകർക്കിടയിൽ? എന്താണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ താങ്കൾ കാണുന്നത്? ഓക്കെ, നമ്മുടെ മാർക്കറ്റിൽ രാവിലെ തന്നെ ഒരു സ്ലോ സ്റ്റാർട്ടിംഗ് ആണ്. കാരണം യൂഷ്വൽ മാർക്കറ്റ് ഡേ അല്ല, അതിൻ്റേതായ ഒരു സ്റ്റാർട്ടിങ് ഒരു ട്രബിൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ബഡ്ജറ്റ് പുരോഗമിക്കുമ്പോഴത്തോളം വോൾട്ടാലിറ്റി കൂടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 25,333 ജസ്റ്റ് പ്ലസിലാണ് വന്നിട്ടുള്ളത്. അതിന് മേളിൽ മാർക്കറ്റ് എനിക്ക് തോന്നുന്നു ഒരു 25,450 വരെയൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ഇമീഡിയറ്റ്ലി ഉണ്ട്. നമുക്ക് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ഇടയിൽ വലിയ എക്സ്പെക്റ്റേഷൻ അല്ല. ഇത് ഇപ്പോൾ ഉണ്ടാകുന്നത് എക്കോണമിയെ അസച്ച് ഈ നിലയിൽ കൊണ്ടുപോകാൻ. കാരണം നമ്മളൊരു കംഫർട്ടബിൾ പൊസിഷനിൽ ഡൊമസ്റ്റിക്കിൽ മാത്രം നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഡൊമസ്റ്റിക്കിൻ്റെ കൺസംഷൻ കൂട്ടുന്നതിനേക്ക് ആയിട്ട് റിഫോംസൊക്കെ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് മാർക്കറ്റിൽ ആൾറെഡി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതിന് മാർക്കറ്റിൻ്റെ ബജറ്റിൻ്റെ സമയമാകുമ്പോഴേക്കും മാർക്കറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ പോസിറ്റീവിലേക്ക് കൊണ്ടുപോവുകയും ഒരു 450 വരെയൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യത ഇമീഡിയറ്റ് കാണുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മാർക്കറ്റിൽ തീർച്ചയായിട്ടും വോൾട്ടാലിറ്റി ഉള്ള ദിവസങ്ങളാണ് സാധാരണഗതിയിൽ ബഡ്ജറ്റ് ഉള്ള ദിവസം. അപ്പോൾ ആ ഒരു നിലയിലേക്ക് ആണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഗുഡ് മോർണിംഗ് അനീഷ്. സൂരജ് ഹിയർ. ഹൗ ആർ യു? യാ, ഫൈൻ. അനീഷ്, ഞാൻ ONGCയുടെ കാര്യക്കാരി പ്രദീപ് എനിക്കൊരു ബാറ്റൺ തന്നിട്ടുണ്ട് ONGCയെ കുറിച്ച്. അപ്പോൾ അതിന് എനിക്ക് അനീഷിൻ്റെ അടുത്ത് ചോദിക്കേണ്ട. അതിന് മുമ്പ് ഞാൻ 2 കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഞാൻ അനീഷിലേക്ക് വരാം എന്നുള്ളതാണ്. ഈ ONGC നേരത്തെ പ്രദീപ് ചോദിച്ചല്ലോ. പ്രദീപ്, 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗ്ലോബലി തന്നെ ഈ ട്രംപിൻ്റെ ഒരു സ്റ്റാൻസ് എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഈ ഓൾട്ടർനേറ്റ് എനർജിയിലൊന്നും അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതായത് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് വെച്ചാൽ സോളാർ എനർജി എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഫീൽഡ്സ്, അഗ്രികൾച്ചർ ഫീൽഡ്സ് നശിപ്പിച്ച് നമ്മൾ ഈ പവർ ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നു. അദ്ദേഹം വേറൊരു മാർഗ്ഗത്തിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരു സ്കാം ആണെന്ന് കൂടി പറഞ്ഞു വയ്ക്കുന്നു. ഞങ്ങൾ ഇനി ഇലക്ട്രിക് വെഹിക്കിൾസിന് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നില്ല എന്നുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പോളിസി അല്ലെങ്കിൽ റിഫോം അജണ്ടയിൽ ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അതിന് മുന്നോടിയായിട്ടാണ് നമുക്കറിയാം വെനിസ്വേലയിലേക്ക് അദ്ദേഹം എന്താ പറയുക, ആ ഓയിൽ അസറ്റ്സ് കൈയടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല പൊളിറ്റിക്കൽ റീസൺസ് പറയണമെങ്കിലും ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഓയിൽ എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുകയും കൂടെ ചെയ്തു, ഇനി വെനിസ്വേലയുടെ ഓയിൽ ഞങ്ങളായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അതായത് US ബേസ്ഡ് കമ്പനീസ് ആയിട്ടുള്ള ബെഹമത്തുകൾ, ഓയിൽ ആൻഡ് ഗ്യാസിലെ ബെഹമത്ത് ലൈക്ക് ഷെവറോൺ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളൊക്കെ, അതായത് എക്സോണൊക്കെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെനിസ്വേലൻ ഓയിൽ ഞങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരും എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞു. പിന്നെന്താ, അടുത്ത കാലത്ത് കേൾക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്നെയാണെന്നുള്ള. പിന്നെ റഷ്യയുടെ കാര്യത്തിൽ, അതായത് എവർ സിൻസ് ട്രംപ് ഹാസ് കം ഇൻ ടു പവർ,
ഓയിൽ, റെയർ എർത്ത് മിനറൽസ്, മാഗ്നറ്റ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്നും ഹെഡ്ലൈനിലും നെഗറ്റീവിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനികളിലെ ഓയിൽ ആൻഡ് ഗ്യാസിന് ശരിക്കും മാർക്കറ്റ് നല്ല രീതിയിലുള്ളൊരു പ്രൈസിങ് കൊടുത്തിരുന്നില്ല. അത് വളരെ അണ്ടർ വാല്യൂഡ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള, എസ്പെഷ്യലി റിലയൻസ് നോക്കുകയാണെങ്കിൽ ശരി, ONGC നോക്കുകയാണെങ്കിൽ ശരി. അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇറാനിലെ ആ ഒരു ഡിസ്റ്റർബൻസ്, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണം ഓയിൽ നന്നായിട്ട് കയറി എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അപ്സ്ട്രീം ആയിട്ടുള്ള ONGCക്ക് തീർച്ചയായിട്ടും ഒന്ന് അത് എന്തായാലും പഴുത്ത് നിൽക്കുകയായിരുന്നു, നല്ല അണ്ടർ വാല്യൂഡ് ആയിരുന്നു. നല്ല ഒരു FI ബൈങ് വരുന്നെങ്കിൽ അതിനകത്ത് ഷോർട്ട് ഉള്ളത് കൂടെ ഒരു കവറിങ് ഉണ്ടായിട്ട് ആ സ്റ്റോക്കിൽ മൂവ്മെൻറ്റ് വരുന്ന രീതിയിലേക്ക് വളരെ റൈപ്പായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് രണ്ടുപേർക്കും അറിയാമെന്നുള്ള കാര്യമായിരുന്നു. അവിടെ വെച്ചിട്ട് ഈ ഓയിലിനൊരു പ്രൈസ് ഹൈക്ക് വരികയും ഓപ്പൺ മാർക്കറ്റിൽ, പിന്നെ അത് മാത്രമല്ല നമുക്കൊരു കാര്യം കൂടെ അറിയാം, ഈ വിൻ്റർ കോൾഡ് കാരണം US-ലെ ഓയിൽ പ്രൊഡക്ഷനും സപ്ലൈ ചെയിനും നല്ല രീതിയിൽ ഡിസ്റ്റർബ്ഡ് ആണ് അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആണ് എന്നുള്ള കാര്യത്തിൽ അറിയാം. അപ്പോൾ ആ ഓയിൽ ചോക്കിങ് കാരണം ഓയിൽ പ്രൈസിന് ഭേദപ്പെട്ട ഒരു മൂവ്മെൻറ്റ് വന്നു. അതുകൊണ്ട് തന്നെ അപ്സ്ട്രീം കമ്പനിയായ ONGC പ്രത്യേകിച്ച് അണ്ടർ വാല്യൂഡ് സോണിൽ നിൽക്കുമ്പോൾ ഒരു ബൈയിങ് വരാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആയിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഇന്ത്യൻ മാർക്കറ്റിലെ നിഫ്റ്റിയിലെ ഇൻഡെക്സ് പൊസിഷനിങ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 90 to 92% FIs ഷോർട്ട് ആയിരുന്നു. ആൻഡ് ONGC ഈസ് എ മേജർ കമ്പോണൻറ്റ് ഇൻ നിഫ്റ്റി 50 എന്നുള്ള കാര്യം അറിയാം. ഇതെല്ലാം കൂടെ ചേർന്ന് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ONGCക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിയത് എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് കണ്ട ഒരു കാര്യം. നമുക്ക് അതിൻ്റെ കൂടുതൽ ഡിസ്കഷനും മറ്റുള്ള ചാർട്ട് പാറ്റേൺസും അല്ലെങ്കിൽ ഒരു വലിയൊരു ബ്രോഡർ വ്യൂ എങ്ങനെയെന്ന് നമുക്ക് അനീഷിൻ്റെ നിന്ന് അറിയാം. അനീഷ്, ഓവർ ടു യു. ONGCയുടെ ചാർട്ട് എന്താണ് പറയുന്നത്? ഓക്കെ, നമ്മൾ ആൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ONGC എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേണിൽ നിന്ന് മാറി നിന്നിരുന്ന ഒരു സ്റ്റോക്സ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. പിന്നെ ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഇതിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വളരെയധികം കൺസോൾട്ടേഷനാണ്. ഒരു 25 എന്ന് പറഞ്ഞാൽ 25 to 26 എന്ന് പറയുന്ന ഇയർ, ആ ഒരു വർഷം അതിൻ്റെ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് ലോവർ ലെവൽ, അതാണ് വളരെ അവിടെ ഒരു അട്രാക്റ്റീവായിട്ട്. തീർച്ചയായിട്ടും വളരെ അധികം ഷോർട്ട് ഉണ്ടായിരുന്ന ഈ ഇൻഡെക്സിൽ ഇത്രയും ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള ഒരു സ്റ്റോക്സിൽ ഇത്രയധികം ഷോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു കൺസോൾട്ടേഷൻ, ടെക്നിക്കലി നമ്മളുടെ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് അറൗണ്ട് 200 and 240 ആ ലെവലിലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ ഒരു ബ്രേക്ക് ഔട്ട് സോണ്, ആ ബ്രേക്ക് ഔട്ടാണ് നമുക്കിനി ഒരു വലിയൊരു റിട്ടേൺ കൊണ്ടുതരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇതൊരു പ്രൈമറി സ്റ്റേജ് ഓഫ് മൂവ്മെൻറ്റ്സ് ആണ്. ഇതിൽ ഇനിയും ഒരുപാട് മൂവ്മെൻറ്റ്സ് വരാനുണ്ട്. അപ്പോൾ അത് സെക്കൻഡറി വരാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു നല്ലൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വരാനുണ്ട്. വോളിയം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വോളിയത്തിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് കഴിഞ്ഞ ഒരു 2-3 ദിവസം ട്രേഡിംഗ് ഡേയ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് മാത്രമേ ആയിട്ടുള്ളൂ ടെക്നിക്കലി ഞാൻ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ നിന്ന് ഇത് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു റെസ്റ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് തന്നെ 300+ ആണ്. അപ്പോൾ 300 എബോ കൊണ്ടുപോകാനുള്ള സാധ്യത ഇമീഡിയറ്റ്ലി ഉണ്ട്. ഈ ഷോർട്ട് കവറിങ്ങും മറ്റുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള ന്യൂസും ഒക്കെ വരുമ്പോൾ തന്നെ അതിനെ വലിയൊരു മൂവ്മെൻറ്റ്സിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഈ ടെക്നിക്കലി ഇപ്പോൾ നിൽക്കുന്ന ഒരു വ്യൂ. നമ്മളൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണെന്ന് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് കണ്ടിന്യൂഷൻ ഒരു ട്രെൻഡ് വരുമെന്നതുകൊണ്ട് നമുക്കതിലേക്ക് വലിയൊരു എക്സ്പെക്റ്റേഷൻ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു അനീഷ്, താങ്ക് യു. നമുക്കിനിപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ മാഡം പാർലമെൻറ്റിലേക്ക് പോകുന്ന ന്യൂസ് അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞു എന്നുള്ള ന്യൂസുകളൊക്കെ പുറത്തു വരും. നമുക്ക് PCR നിന്ന് ഫീഡ് കിട്ടുന്നതനുസരിച്ച് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യം. എനിക്ക് പ്രദീപിൻ്റെ അടുത്ത് 2 കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ഒന്ന് പ്രദീപ്, അതേപോലെ തന്നെ NTPCയുടെ കാര്യത്തിലും. അതുമാത്രമല്ല, ഞാൻ പ്രദീപിനെ എന്നും അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നത് പ്രദീപിൻ്റെ ഈ IT സെക്ടർ അല്ലെങ്കിൽ IT ഇൻഡെക്സിലെ മേജറായിട്ടുള്ള IT കമ്പനീസ് ട്രാക്ക് ചെയ്യുന്ന രീതിയിലും അതിൻ്റെ ടെക്നിക്കൽ ലെവൽ പറഞ്ഞതും എനിക്ക് തോന്നുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഓപ്പണിംഗ് അവേഴ്സിൽ ഞാനും പ്രദീപ് ഇരിക്കുന്ന ഒരു ദിവസമാണ് അന്ന് ട്രംപിൻ്റെ ആ ടാരിഫിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ IT സ്റ്റോക്സിൽ ഭേദപ്പെട്ട ഒരു സെൽ ഓഫ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു IT സ്റ്റോക്ക് ഈസ് ഗെറ്റിംഗ് ചീപ്പർ ആൻഡ് ചീപ്പർ എന്നുള്ള രീതിയിൽ. നമ്മൾ ക്ലോസ് ആയിട്ട് ഏതാണ്ട് 3-4 മാസം നമ്മൾ IT സെക്ടറിനെ വാച്ച് ചെയ്തിരുന്നു എന്നുള്ള കാര്യവും നമുക്ക് നന്നായിട്ട് അറിയാം. അതിനുശേഷം ഇൻഫോസിസിൽ ഒരു ബൈബാക്ക് ന്യൂസ് വന്നു. അവിടെ മുതൽ ITക്ക് ഒരു ചെറിയ ഒരു റിവേഴ്സലിൻ്റെ വൈബ്രേഷനും വന്നിരുന്നു എന്നുള്ള. അപ്പോൾ ഈ IT സെക്ടറിലെ ആ ഒരു ട്രാക്ക് കറക്റ്റായിട്ട് പ്രദീപിന് അതൊന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയുണ്ട്. എനിക്ക് ഈ IT സെക്ടർ സ്റ്റോക്സ് അല്ലെങ്കിൽ IT ഇൻഡെക്സ് ഇൻ ജനറൽ അതിൻ്റെ ഒരു അഭിപ്രായം പ്രദീപിൻ്റെ ഇന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ NTPC അറിയാലോ, നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ നമുക്ക് ഈ പവർ ജനറേഷൻ അല്ലെങ്കിൽ പവർ ട്രാൻസ്മിഷനിൽ നല്ല രീതിയിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുമെന്നാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. പവർ റിക്വയർമെൻറ്റ് ഭയങ്കരമായിട്ട് കൂടിയെന്നറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഓപ്പണിംഗ് അവേഴ്സിൽ ജാസ്മിനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ പറയുമായിരുന്നു, അതായത് ഒരു വീട്ടിൽ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു പ്ലഗ് പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇന്ന് ഒരു വ്യക്തിക്ക് 5 പ്ലഗ്
പ്ലഗ് പോയിന്റ് എങ്കിലും തലയ്ക്ക് മുകളിൽ വേണം, അല്ലെങ്കിൽ ബെഡിൻ്റെ സൈഡിൽ വേണം എന്നുള്ളതാണ് കാര്യം. അദ്ദേഹത്തിന് ഒരു മൊബൈൽ ഫോൺ ഉണ്ടാവും, ഒരു ലാപ്ടോപ്പ് ഉണ്ടാവും, ഐപാഡ് ഉണ്ടാവും, സ്പീക്കേഴ്സ് ഉണ്ടാവും, വാച്ച് ഉണ്ടാവും, വേറെ 2-3 ഗാഡ്ജറ്റ്സും കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ പവർ റിക്വയർമെൻറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു, ഒന്നാമത്. രണ്ടാമത്, ഇത് കൂടാതെ തന്നെ നമ്മുടെ കാർ ഷെഡിൽ അല്ലെങ്കിൽ ഗരാജിൽ പോലും നമുക്കൊരു പവർ പ്ലഗിൻ്റെ ആവശ്യം വന്നു. കാരണം എന്താ, ഈ പറയുന്ന പോലെ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ള. ഇത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ ടോയ്ലറ്റിലും ഹെയർ ഡ്രസ്സിങ് അല്ലെങ്കിൽ അയണിങ് മെഷീനൊക്കെ നമ്മുടെ ലേഡീസ് ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് എവിടെ നോക്കിയാലും ഈ പവറിൻ്റെ റിക്വയർമെൻറ്റ് കൂടുന്നതായിട്ടാണ് കാണുന്നതെന്നുള്ള. അതുകൂടാതെ ന്യൂ ഏജ് ടെക്നോളജി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സെമി കണ്ടക്ടർ ഡേറ്റാ സെൻറ്റേഴ്സിനും ഇറ്റ് നീഡ്സ് എനോർമസ് എമൗണ്ട് ഓഫ് പവർ. ഒരു എക്സാമ്പിൾ ശരിക്കും ഒരു അനക്ഡോട്ടായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നെങ്കിൽ, അതായത് ഒരു മെറ്റയുടെയോ ഗൂഗിളിൻ്റെയോ ഒരു ഹൈപ്പർ സ്കെയിൽ ഒരു ഡേറ്റാ സെൻറ്ററിന് എറണാകുളം തിരുവനന്തപുരം കൂടെ ചേർന്ന് വരുന്ന അത്രത്തോളം ഒരു പവർ വേണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇനിഷ്യൽ അസസ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ പവറിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുന്നത് കാരണം NTPCയുടെ ചാർട്ടും അതിൻ്റെ പ്രോസ്പെക്ട്സും ഞാൻ പ്രദീപിൻ്റെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ IT സെക്ടറും IT ഇൻഡെക്സിൻ്റെയും. ഓവർ ടു യു പ്രദീപ്. Suraj, so നമ്മളിപ്പോൾ you raised one very important point about the power sector. ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ടത് ഇസ് അബൌട്ട് ദ പവർ സെക്ടർ റീഫോംസ്. നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ യു ഹാവ് ഗോട്ട് ഹൈഡ്രോ പവർ, യു ഹാവ് ഗോട്ട് തെർമൽ പവർ എക്സെട്ര, ബട്ട് വൺ ഇമ്പോർട്ടൻറ്റ് സെക്ടർ വിച്ച് ഇസ് സ്റ്റിൽ അണ്ടർ ഗവൺമെൻറ് കൺട്രോൾ ഇസ് ന്യൂക്ലിയർ പവർ. സോ ഒത്തിരി വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനിടെ കേൾക്കുന്നുണ്ട് ദാറ്റ് ന്യൂക്ലിയർ പവർ ക്യാൻ ബി ഓപ്പൺഡ് അപ്പ് ടു ദ പ്രൈവറ്റ് സെക്ടർ. സോ എനിക്ക് തോന്നുന്നത് ആ ഒരു സെക്ടറിലോട്ട് എന്തെങ്കിലും ഒരു റിഫോംസ് വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് വിൽ ബി എ ബിഗ് ബൂസ്റ്റ്. ആൻഡ് ഡെഫിനറ്റ്ലി ഐ തിങ്ക് കമ്പനീസ് ലൈക്ക് NTPC മേ വോണ്ട് ടു കൺസിഡർ ഈവൻ വെഞ്ചറിങ് ഇൻ ടു ദ ന്യൂക്ലിയർ പവർ സെഗ്മെൻറ്റ്. ബട്ട് NTPCയുടെ ചാർട്ട് വൈസും നമ്മൾ നോക്കുമ്പോഴേക്കും ജസ്റ്റ് ലൈക്ക് ONGC, ഓയിൽ ഇന്ത്യ എക്സെട്ര കഴിഞ്ഞ ഒരു 1-1.5 വർഷമായിട്ട് അണ്ടർ പെർഫോമൻസാണ് കാണുന്നത്. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി NTPCയോടൊപ്പം തന്നെ വേറൊരു സ്റ്റോക്ക് സിമിലർ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഇസ് കോൾ ഇന്ത്യ. Suraj, I don't know whether you are aware, Coal India till 2 months ago, അതിൻ്റെ dividend yield was about a 7 to 8%. അതായത് ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ ബെറ്റർ റിട്ടേൺ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു കോൾ ഇന്ത്യ. ആൻഡ് NTPC, SJVN, NHPC ഇതൊക്കെ they are all dividend paying companies which are involved in the power sector. NTPCയുടെ സ്പെസിഫിക് കേസിൽ കഴിഞ്ഞ ജനുവരി മാസം മുതൽ തന്നെ, ദാറ്റ് ഈസ് വെൻ ഐ സേ ജനുവരി 2025, അതായത് ഓൾമോസ്റ്റ് 12 months ആയിട്ട് നമുക്കൊരു കൺസോൾട്ടേഷനാണ് കാണുന്നത്. നല്ലൊരു ബുള്ളിഷ് അസറ്റപ്പ് NTPCയുടെ കേസിൽ കാണാൻ സാധിക്കുന്ന 380 റെസിസ്റ്റൻസ് NTPCക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വി ആർ റെഡി ഫോർ എ ബിഗ് മൂവ്. അതേസമയം നമ്മളിപ്പോൾ കോൾ ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോഴേക്കും ഓൾറെഡി ഓൾ ദ ട്രെൻഡ്സ് ആർ ബുള്ളിഷ്. ആൻഡ് എനിക്ക് തോന്നുന്നത് കോൾ ഇന്ത്യയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള 460 രൂപ താമസിക്കാതെ ബ്രേക്ക് ചെയ്യും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 60 രൂപ മുതൽ 80 രൂപയുടെ അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണാൻ സാധിക്കുന്നുണ്ട്. NHPCയുടെ കേസ് എടുക്കുമ്പോഴേക്കും കാര്യമായിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് ഇല്ല. ബട്ട് കഴിഞ്ഞ 14 മാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന 70-90 ഇടയ്ക്ക് ഒരു വലിയ കൺസോൾട്ടേഷൻ നടക്കുന്നു. ആൻഡ് സിമിലർലി SJVNൻ്റെ കേസിലും നമുക്ക് കാര്യമായിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് ഇല്ല. ബട്ട് അൺലൈക്ലി ദാറ്റ് ഇറ്റ് വിൽ ബ്രേക്ക് ബിലോ 65. നൗ IT സെക്ടർ നോക്കുമ്പോഴേക്കും സൂരജ് പറഞ്ഞ വളരെ ശരിയാണ്. വി വേ ഐ തിങ്ക് ഇൻ എ വേ ഐ ഡോണ്ട് നോ വെദർ ലക്ക് ഓർ സ്കിൽ, ബട്ട് ദ ഫാക്ട് ഇസ് ദാറ്റ് നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ തന്നെയായിരുന്നു ഇതിനെക്കുറിച്ച് ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. ആൻഡ് ദാറ്റ് വാസ് അറൗണ്ട് ദ ടൈം IT ഇൻഡെക്സിൽ നമുക്ക് ബോട്ടം കാണാൻ സാധിച്ചത്. അതിനുശേഷം നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിച്ചു. കഴിഞ്ഞ ഒരു 4-6 ആഴ്ചകളായിട്ട് നമുക്ക് IT സെക്ടറിൽ ഒരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ IT ഇൻഡെക്സിൻ്റെ കേസിൽ സപ്പോർട്ടായിട്ട് മേജർ സപ്പോർട്ട് ശ്രദ്ധിക്കേണ്ട 37,200 പോയിൻറ്റും മേജർ റെസിസ്റ്റൻസ് 39,700 പോയിൻറ്റും 39,700 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്സൈഡ് ഈ ഒരു സെക്ടറിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് എത്തുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഇൻഫോസിസിൻ്റെ കേസിൽ കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. 1720 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. മേജർ സപ്പോർട്ട് ഈ സ്റ്റോക്കിൽ കാണുന്ന 1540 എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്.
അറ്റ് ദ സെയിം ടൈം ടാറ്റ കൺസൾട്ടൻസി സർവീസസ് നോക്കുമ്പോഴേക്ക് അണ്ടർ പെർഫോമൻസ് കഴിഞ്ഞ 3-4 ആഴ്ചക്കിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ശ്രദ്ധിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 3240, മേജർ സപ്പോർട്ടായിട്ട് 3080 രൂപയും 3240 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്സൈഡ് ഈ സ്റ്റോക്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. HCL ടെക്നോളജിയുടെ കേസിൽ അറ്റ് ദ മൊമെൻറ്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. 1750 റെസിസ്റ്റൻസ് ആയിരിക്കാം ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് 1640. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിക്കാനായി ധനമന്ത്രി അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതിയെ കാണുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ മന്ത്രിസഭാ യോഗമടക്കം ഉടൻ ചേരാനുണ്ട്. ഇന്ന് സുരജ്, ഒരു പ്രത്യേകത, തമിഴ്നാടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കാഞ്ചീപുരം സാരിയിലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിനായിട്ട് ഒരു പ്രത്യേക പാക്കേജൊക്കെ ബജറ്റ് പ്രതീക്ഷിക്കാമോ എന്നൊക്കെ നമ്മൾക്കൊരു ചോദ്യമുണ്ട്. കാരണം കഴിഞ്ഞ തവണ ധനമന്ത്രി നിർമ്മല സീതാരാമൻ എത്തിയത് ബീഹാറിൻ്റെ പരമ്പരാഗത സാരി ധരിച്ചാണ്. ഇത്തവണയാകട്ടെ തമിഴ്നാടിൻ്റെ ഒരു സ്പെഷ്യൽ സാരിയാണ് ധനമന്ത്രി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ധനമന്ത്രി പാർലമെന്റിലേക്ക് എത്തും. ഇതിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതിയെ കണ്ടു. ഉടൻ തന്നെ മന്ത്രിസഭാ യോഗവും ചേരും. ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ഞായറാഴ്ച ബജറ്റ് അവതരണം നടക്കുന്നത്. എന്തായാലും കാഞ്ചീപുരം സാരിയിൽ എത്തിയ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തമിഴ്നാട് അടക്കം തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. സൂരജ്, ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 101(2) ഇത് പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞു ബഡ്ജറ്റിന് മുന്നോടിയായിട്ട് രാഷ്ട്രപതി ഭവൻ പോകണം. രാഷ്ട്രപതി ഭവൻ പോയിട്ട് പ്രസിഡന്റിൻ്റെ ഒരു പെർമിഷൻ സീക്ക് ചെയ്യണം എന്നുള്ളത്. അത് കഴിഞ്ഞൊരു ക്യാബിനറ്റ് മീറ്റിങ്ങും ഉണ്ട്. അത് കഴിഞ്ഞായിരിക്കും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പാർലമെന്റിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ്. അവിടെ വെച്ചാണ് ഈ ഫോട്ടോ ഓപ്പൊക്കെ വരുന്നത് എന്നുള്ളതാണ്. അതിനു മുമ്പ് എനിക്ക് അനീഷ് ലൈനിലുണ്ടോ? അനീഷ് PCR ഞാൻ ചോദിക്കുകയാണ്, അനീഷ് ഇപ്പോഴും കണക്റ്റഡ് ആണോ? ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പ്രദീപ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കോൾ ഇന്ത്യയും ഓയിൽ ആൻഡ് ഗ്യാസും ഒക്കെ നമ്മൾ ഓപ്പർച്യൂണിറ്റി പറഞ്ഞല്ലോ പ്രദീപ്, ഈ പവർ സ്റ്റോക്സിൻ്റെ കാര്യത്തിൽ. ആ പവർ സ്റ്റോക്സിൻ്റെ കാര്യത്തിൽ പ്രദീപ് ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു ന്യൂക്ലിയർ പവറിൻ്റെ കാര്യം. പ്രദീപ്, അത് ആക്ച്വലി അതായത് ഒരു ഫോറിൻ അഫയേഴ്സിൻ്റെ ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഖത്തറിൽ. ആ ഖത്തറിൽ വെച്ച് ഇന്ത്യയുടെ പൊതുവെയുള്ള ഈ ഒരു ട്രേഡ് ഡീലിൽ അമേരിക്ക ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക ചെറിയ ഒരു കോൺഫ്ലിക്റ്റ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത് ഇന്ത്യ മിക്കവാറും അമേരിക്കയ്ക്ക് ഓഫർ ചെയ്യാന്നുള്ള കാര്യം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രോബ്ലം എന്താ? വി ആർ ഹാവിംഗ് എ ട്രേഡ് സർപ്ലസ് ആൻഡ് അമേരിക്ക ഈസ് ഹാവിംഗ് എ ട്രേഡ് ഡെഫിസിറ്റ്. അതിൽ ട്രംപ് വളരെ കൺസേൺഡ് ആണ് എന്നുള്ളത്. അത് ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളായിട്ടും ട്രംപിൻ്റെ കൺസേൺ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപിൻ്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഈസ് റണ്ണിങ് എ ഡെഫിസിറ്റ് ആൻഡ് മെനി കൺട്രീസ് ആർ ബെനിഫിറ്റിംഗ് ഔട്ട് ഓഫ് അമേരിക്ക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൺസേൺ പറഞ്ഞത്. ആ കൺസേൺ പ്രകാരം ഇന്ത്യയും ആ ടാരിഫിൻ്റെ ആ ഒരു റെജീമിലേക്ക് നമ്മളും ഉൾപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ ഓയിലിൻ്റെ കാര്യമൊക്കെ ഒന്ന് മാറ്റി നിൽക്കട്ടെ, അതായത് റഷ്യൻ ഓയിലൊക്കെ ഒരു സ്ഥലം. ആദ്യമായിട്ട് തന്നെ നമുക്ക് വന്ന 25% ടാരിഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രേഡ് സർപ്ലസ് റൺ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു കാരണത്താലാണ്. ഒന്ന്, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യാൻ നേരത്ത് അഡീഷണൽ ആയിട്ടുള്ള 25% കൂടെ വെച്ച് ഇൻ ടോട്ടോ 50% ടാരിഫ് വെച്ചു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള. അപ്പോൾ ഇതിന് നെഗോസിയേഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ എങ്ങനെയാണ് ട്രംപിനെ വരുതിയിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അമേരിക്കയെ ഒന്ന് പ്ലീസ് ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതായത് ആഗ്രി സെക്ടർ അല്ലെങ്കിൽ ഫാമിംഗ് സെക്ടർ, നമ്മുടെ ഫാമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഫാമിംഗ് സെക്ടർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഡയറി ഫാമേഴ്സിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് അത് മാത്രമല്ല ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിൻ്റെ കാര്യത്തിലും ഇന്ത്യക്ക് സെൻസിറ്റീവാണ്, അത് ഓപ്പൺ ചെയ്യാൻ കൊടുക്കില്ല എന്നാണ്. അപ്പോൾ എവിടെയാണ് US അല്ലെങ്കിൽ അമേരിക്കൻ എക്കണോമിയെ അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ്റിനെ നമുക്കൊന്ന് പ്ലീസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അവിടെ വരുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് കൂടുതൽ ഓയിൽ മേടിക്കുക, റഷ്യയിൽ നിന്ന് മേടിക്കുന്നത് കുറയ്ക്കുക. അതുമാത്രമല്ല പ്രൈവറ്റ് പാർട്ടിസിപ്പേഷന് വേണ്ടി നമ്മുടെ ന്യൂക്ലിയർ പവർ ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ അമേരിക്കൻ കമ്പനികളായ GE പോലുള്ള കമ്പനികൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ട്രേഡ് ഡീലിനെ ഒന്ന് കുഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വലിയൊരു വെപ്പണാണ് ഈ ന്യൂക്ലിയർ എനർജി, സിവിലിയൻ ന്യൂക്ലിയർ എനർജി എന്നുള്ള കാര്യത്തിൽ അറിയാം. അത് തന്നെയായിരിക്കും ഒരു പക്ഷേ നമ്മൾ അവരോട് മുന്നോട്ട് വച്ചതെന്നുള്ള. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയാണെങ്കിൽ അനീഷ് ലൈനിലുണ്ടെങ്കിൽ അനീഷ് എനിക്ക് ചോദിക്കാനുള്ളത്, അനീഷ് ഈ പവർ സ്റ്റോക്സിൻ്റെ കാര്യവും ന്യൂക്ലിയർ സ്റ്റോക്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഒന്ന് മെൻഷൻ ചെയ്തല്ലോ. ഏതെങ്കിലും കമ്പനീസ് അനീഷിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? അതായത് പവർ സെക്ടറിൽ ഏതെങ്കിലും അനീഷിൻ്റെ ചാർട്ടിൽ ഒരു ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ഒരു വാല്യൂ ബൈങ്ങോ അല്ലെങ്കിൽ ഒരു അക്യുമുലേഷനോ അല്ലെങ്കിൽ ഒരു വോളിയം ഷോക്കേഴ്സ് ആയിട്ട് ഏതെങ്കിലും സ്റ്റോക്ക് കാണുന്നുണ്ടോ അനീഷ്? യെസ്,
ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ പറഞ്ഞതാണ് NDPC പോലുള്ള സ്റ്റോക്സുകളിൽ തീർച്ചയായിട്ടും കൺസോൾട്ടേഷൻ കഴിഞ്ഞ് അതിൻ്റെ ഒരു റിക്കവറി മോഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇത് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇതേപോലുള്ള സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ന്യൂസുകളൊക്കെ വരേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതിനൊക്കെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ആൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 1.5 വർഷമായിട്ട് ഇതൊരു കൺസോൾട്ടേഷൻ മോഡിലാണ് നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ അവിടെ നിന്ന് ഇതൊരു 360 എബോവ് ഒക്കെ വന്ന് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മൊമെൻറ്റം നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് തന്നെ പ്രിഫറൻസ് പൊക്കി പറയുന്നത് NDPC ആണ്. ഈ NDPCയുടെ ചാർട്ട് അതാണ് കൺസോൾട്ടേഷനിൽ വളരെയധികം കൺസോൾട്ടേഷനിൽ നിൽക്കുന്ന ഒരു ചാർട്ടാണ്. ഇപ്പോൾ ഈ ഒരു ചാർട്ട് 1.5 വർഷത്തോളമായിട്ട് ഇത് കൺസോൾട്ടേഷൻ മൂവിൽ നല്ല ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നെല്ലാം കറക്റ്റീവ് ആക്ഷൻസൊക്കെ വന്ന് കൺസോൾട്ടേഷനിൽ നിൽക്കുവാണ്. പിന്നെ വോളിയത്തിലെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വളരെ സ്ലൈറ്റായിട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് ഇനിയുള്ള ന്യൂസ് ഇതേപോലെ സൂചിപ്പിച്ച ന്യൂസുകളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിരിക്കും വോളിയത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു കൺസോൾട്ടേഷൻ മൂവ് വന്നിട്ട് ചെറിയൊരു മൂവ്മെൻറ്റ്സ് 360 എബോവ് ആണെങ്കിൽ അത് നല്ലൊരു ബ്രേക്കൗട്ട് ഷോർട്ട് ടൈമിലേക്കൊക്കെ ഒരു ബ്രേക്കൗട്ട് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത് 440 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സിൻ്റെ ഒരു ചാർട്ട് വളരെയധികം നമ്മൾ വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രദീപ്, നമുക്കിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് നമുക്കൊരു ഡേറ്റ തന്നിട്ടുണ്ട്. അതായത് ഈ ബഡ്ജറ്റ് ഡേയിൽ എങ്ങനെയാണ് നിഫ്റ്റി പെർഫോം ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഡേറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രേക്ഷകർ അറിവിന് വേണ്ടി ഞാനൊന്ന് ഷെയർ ചെയ്യുന്നു. 2015 ബഡ്ജറ്റ് ഡേ 0.65% നിഫ്റ്റി അപ്പായിരുന്നു. 2016 -0.61, 2017 +1.81, 2018 0.1 മൈനസ് ആയിരുന്നു, 2019 -1.14%, 2020 -2.5%, 2021 +4.74%, 2022 +1.37%, 2023 -0.26%, 2024 -0.12, 2025 -0.11. 2026 എങ്ങനെ വരുമായിരിക്കും പ്രദീപ്? ഇതാണല്ലോ നമ്മൾ ഇന്നത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഡേറ്റയെക്കാളും നമുക്കിനി കുറച്ചുകൂടി ബഡ്ജറ്റിലേക്ക്, അതായത് ദ മീറ്റ് ഓഫ് ദ ഇഷ്യൂ ഇസ് കമ്മിങ് അല്ലേ, വിത്തിൻ അനദർ ഹാഫ് ആൻ അവർ ടു 45 മിനിറ്റ്സ് ബഡ്ജറ്റ് സ്പീച്ച് തുടങ്ങും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ നമുക്ക് ടു ദ പോയിന്റ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ബഡ്ജറ്റിൽ ബെനിഫിറ്റ് ആവുന്ന ഏതെങ്കിലും സെക്ടേഴ്സോ സ്റ്റോക്സോ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം പ്രദീപ്. ഒന്ന് ഇൻട്രാക്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. സൂരജ്, അതിലോട്ട് കടക്കുന്നതിന് മുൻപ് യു വാസ് ടോക്കിംഗ് അബൌട്ട് ഈ ബഡ്ജറ്റ് ദിവസത്തിലുള്ള നിഫ്റ്റി 50യുടെ മൂവ്മെൻറ്റ്. സോ അതിൽ നമ്മൾ ഒരേ ഒരു വർഷം മാറ്റി നിർത്തിയാൽ ദാറ്റ് ഈസ് ഐ തിങ്ക് ഇറ്റ് വാസ് 2021 4% കണ്ടോ നിഫ്റ്റി 50 കയറി. അത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ബഡ്ജറ്റ് ആഫ്റ്റർ കോവിഡ്. അബ്സല്യൂട്ട്ലി. സോ ഈ മറ്റേ ഏത് ബഡ്ജറ്റ് എടുത്തു കഴിഞ്ഞാലും കാര്യമായിട്ട് ആ ഒരു ബഡ്ജറ്റ് ഡേയിൽ നമുക്ക് മൂവ്മെൻറ്റ് ഒന്നും തന്നെ കണ്ടിട്ടില്ല. ആൻഡ് ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഒരിക്കലും ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബഡ്ജറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ ബേസിസിൽ നമ്മൾ ഒരിക്കലും ഒരു ട്രേഡിംഗ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. ബിക്കോസ് ദെൻ ദാറ്റ് ബിക്കംസ് ബ്ലൈൻഡ് സ്പെക്കുലേഷൻ. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ബഡ്ജറ്റ് ഇസ് ഓൺലി 1 out of 365 days. പ്രദീപ്, സോറി ഞാൻ ഇൻറ്ററപ്റ്റ് ചെയ്യണത്. പ്രദീപ്, ഇതിലിപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം വെച്ചാൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ, അതായത് 80% ഓഫ് DP അക്കൗണ്ട്സ് കൂടുതലും 2020 ശേഷം, കോവിഡിന് ശേഷമാണ് വന്നതെന്നുള്ളത്. ഇതിൽ പലരും ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്കറ്റ് ഫോളോ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ബുള്ളിഷ് സൈക്കിൾ അല്ലാതെ ഒരു ബെയറിഷ് സൈക്കിൾ കണ്ടിട്ടില്ല എന്നുള്ള നമുക്ക് തന്നെ പ്രദീപ്. നമുക്ക് 2008 മുതൽ 2014 വരെ മാർക്കറ്റിൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അന്നത്തെ ഗവൺമെൻറ്റിനെ ഇനി അന്നത്തെ എന്താ പറയുക ബ്ലെയിം ചെയ്യാത്ത ഒരു മനുഷ്യൻ പോലും ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവില്ല എന്നുള്ള. ഇപ്പോൾ പലർക്കും ശരിക്കും പറഞ്ഞാൽ ഒരു കൊല്ലം ആയപ്പോൾ തന്നെ മടുപ്പ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രദീപിൻ്റെ അഭിപ്രായത്തിൽ ഇത് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ന്യൂ ഏജ് ഇൻവെസ്റ്റേഴ്സ്, അതായത് ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റേഴ്സ് കമ്മിങ് ടു ദ മാർക്കറ്റ് ആഫ്റ്റർ കോവിഡ്, അവർക്കൊരു മെസ്സേജും കൂടെ ഉള്ളത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പ്രദീപ്. ഷുവർ. സി, മാർക്കറ്റിൽ നമുക്ക് 2 രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. വൺ ഇസ് ആസ് എ സ്പെക്കുലേറ്റർ ട്രേഡർ, സെക്കൻഡ് ഇസ് ആസ് എൻ ഇൻവെസ്റ്റർ. സോ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമ്മൾ ഐ തിങ്ക് ഇത് പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈസ് ടെസ്റ്റ് ക്രിക്കറ്റ് ബെറ്റർ ഓർ ഈസ് T20 ബെറ്റർ. ടെസ്റ്റ് ക്രിക്കറ്റ് ഈസ് ഇൻവെസ്റ്റിംഗ് ലോങ് ടേം. മിസ്റ്റേക്സ് നടത്താനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. കാര്യം നമ്മുടെ കൈവശം സമയമുണ്ട് അതിനെക്കുറിച്ച് പഠിക്കാനും അനലൈസ് ചെയ്യാനും. നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ദ ടൈം ഈസ് വെരി വെരി ഷോർട്ട്, ദ റിസ്ക് ഈസ് വെരി വെരി ഹൈ. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കണ്ടിരിക്കുന്ന കഴിഞ്ഞ 30 വർഷത്തിൽ ഒരു മാറ്റവും നടന്നിട്ടില്ല in the financial market as far as the retail investing segment is concerned.
ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാർക്കറ്റിനെ കുറിച്ച് എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് പഠിക്കാൻ വേണ്ടി അവർ പ്രിപ്പയർഡ് അല്ല. എവറിബഡി വാണ്ട്സ് എ ടിപ്പ്, എവറിബഡി വാണ്ട്സ് ടു നോ ഏതാ ബൈ ചെയ്യേണ്ടത്. ആക്ച്വലി നോബഡി ഈവൻ ഈസ് ടോക്കിംഗ് ഏതാ വിൽക്കേണ്ടത്. സോ നമ്മൾ മാർക്കറ്റിലോട്ട് വാങ്ങിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ ഓർക്കണം. ഒന്ന് എപ്പോൾ വാങ്ങിക്കണം, എന്ത് വിലയ്ക്ക് വാങ്ങിക്കണം, എത്ര വാങ്ങിക്കണം. സപ്പോസ് നമ്മളിപ്പോൾ റിലയൻസ് വാങ്ങുകയാണെങ്കിൽ 50 ഷെയറാണോ 100 ഷെയറാണോ 5000 ഷെയറാണോ വാങ്ങിക്കേണ്ടത്, ദാറ്റ് ഡിപ്പെൻഡ്സ്. So that brings us to two important topics. One is money management, second is risk analysis. മാർക്കറ്റിൽ നമ്മൾ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിസ്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ സ്വർണം ആൻഡ് വെള്ളിയുടെ കേസ് പറഞ്ഞു. സോ സ്വർണം വെള്ളിയുടെ കേസിൽ കഴിഞ്ഞ ഒരു 5-8 മാസത്തിനിടെ നമുക്ക് കാണാൻ സാധിച്ചു ഇറ്റ് വാസ് എ ഗെയിൻ ഓഫ് മോർ ദാൻ 100%. ആ ഒരു കേസിൽ നമ്മൾ വീണ്ടും സ്വർണം അല്ലെങ്കിൽ വെള്ളി സേഫ് ഹാവൻ എന്ന് ചെന്ന പൊസിഷൻ എടുക്കുന്ന ഇറ്റ് വാസ് നോട്ട് എ ഗുഡ് ഐഡിയ അറ്റ് ഓൾ. കാര്യം റിസ്ക് ഇസ് ടു മച്ച് കമ്പയർഡ് ടു ദ പൊട്ടൻഷ്യൽ റിവാർഡ്. സോ പ്രേക്ഷകരോട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഒക്കെ എനിക്ക് പറയാൻ ഷെയർ ചെയ്യാനുള്ള ആദ്യത്തെ അഡ്വൈസേഴ്സ്, ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾ നമ്മുടെ കൈവശം ഉണ്ടാകണം. ഇൻവെസ്റ്റിംഗ് ഇസ് ഓൾവേസ് എ ലോങ് ടേം, ഇറ്റ് ഇസ് നെവർ എവർ ഷോർട്ട് ടേം. സോ നമ്മൾ ഷോർട്ട് ടേമിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ഇറ്റ് ഇസ് ട്രേഡിങ്. ബട്ട് ട്രേഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത്, എൻ്റെ 30 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ട്രേഡ് ചെയ്ത് വെൽത്ത് ഉണ്ടാക്കിയ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററെ എനിക്ക് ഇന്ന് വരെ പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ഫാക്ടറാണ്. പ്രദീപ്, ഇത് അതിൻ്റെ കൂടെ തന്നെ നമ്മളൊന്ന് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ആൾക്കാരുടെ കാര്യം പറഞ്ഞല്ലോ, അതായത് പൊതുവെയുള്ള ഒരു ന്യൂ ഏജ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കൂടുതലും ഞാൻ അന്ന് വിജയകുമാർ സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി അവരെ ഡ്രൈവ് ചെയ്യുന്നത് 52 വീക്ക് ഹൈയും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ലെവലും നോക്കിയിട്ടാണ്. അതായത് 1000 രൂപയ്ക്ക് ട്രേഡ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്ക്, അത് ചിലപ്പോൾ 2023 2024 മിഡ് ഭാഗത്തോ ആയിരിക്കാം, ഇപ്പം അത് 300 രൂപയ്ക്കാണ് അവൈലബിൾ എങ്കിൽ അത് ബൈ അല്ലേ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് ആൾക്കാർ ചിന്തിക്കുന്നത് എന്നുള്ളത്. അതായത് പ്രൈസാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് അത് ഇൻവെസ്റ്റ്മെൻറ്റിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന്, അല്ലാതെ വാല്യുവേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ലേ ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മളെപ്പോലത്തുള്ള ആൾക്കാർ, ഇപ്പം നമ്മളൊക്കെ ഏതാണ്ട് 50+ ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളൊക്കെ എല്ലാ പ്രേക്ഷകരോടും നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ അല്ല നമ്മൾ മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓഫ് കോഴ്സ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ദേഷ്യവും സങ്കടവും വരണതെന്ന് വെച്ചാൽ, ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 52 വീക്ക് ഹൈ നോക്കിയിട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യണ പ്രൈസ് ഭയങ്കര ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തീരുമാനിക്കുന്നു അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ബൈ ആണ് എന്നുള്ളതാണ്. അങ്ങനത്തെ ആ ഒരു പ്രൈസ് ആങ്കറിങ് എന്ന് പറയുന്ന ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു ബയസ്, അതായത് നമ്മുടെ സൈക്കോളജിയിൽ ഒരു ഡിവിഷൻ ഉണ്ടല്ലോ ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ, ആ ബയസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ആങ്കറിങ്, അതായത് ഒട്ടും റെലവൻസ് അല്ലാത്ത ഒരു പ്രൈസ് നമ്മൾ കണ്ടുവിട്ടിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ഷെയർ ട്രേഡ് ചെയ്യുന്ന ഒരു ലോവർ വാല്യുവേഷനിലാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു, സ്വന്തമായി നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നു ദാറ്റ് ഈസ് എ ബൈ എന്നുള്ള രീതിയിൽ. എന്നാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല മാർക്കറ്റ് എന്തുകൊണ്ട് അതിനെ താഴേക്ക് കൊണ്ടുവന്നു, എന്താണ് റീസൺ, എന്തുകൊണ്ടായിരിക്കാം ഒരു സ്റ്റോക്ക് 40% 50% താഴെ വന്നു എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത എന്നുള്ള. പ്രദീപിൻ്റെ എക്സ്പീരിയൻസിൽ, പ്രദീപ് 30-35 ഇയേഴ്സോളം ആയി സ്റ്റോക്ക് മാർക്കറ്റിൽ. ഫിസിക്കൽ ഷെയർസ് ഉള്ള കാലം മുതൽ പ്രദീപ് മധുര കോട്ട്സിൽ വർക്ക് ചെയ്യുന്ന കാലം മുതൽ പ്രദീപ് ഈ പറയുന്ന പോലെ സ്റ്റോക്സായിട്ട് ബന്ധമുള്ള ആളാണ്. അന്ന് എനിക്ക് തോന്നുന്നു കമ്പനികളിലൊക്കെ ഇതേപോലെ ഡിമെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റോ ഇലക്ട്രോണിക് ട്രേഡിംഗ് മെക്കാനിസം ഇല്ലാത്ത കാലത്ത് പ്രദീപ് കത്തെഴുതി ലെറ്റർ എഴുതിയാണെന്ന് തോന്നുന്നു ഷെയർ മേടിച്ചിരുന്ന ഒരു കാലഘട്ടം. പ്രദീപ്, ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ആൾക്കാർക്ക് ഈ വാല്യുവേഷനെക്കാട്ടിലും അല്ലെങ്കിൽ മാർക്കറ്റിൽ തെറ്റുന്ന ഏക ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ക്യാരക്ടറും ഡിസിപ്ലിനും അല്ലേ? അതല്ലേ ശരിക്കും പറഞ്ഞാൽ അവരൊന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യം പ്രദീപ്? തീർച്ചയായിട്ടും. സോ ഡിസിപ്ലിൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോ സൂര്യൻ, യു വുഡ് ബി അവെയർ ഐ കണ്ടക്ട് എ ലോട്ട് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം. സോ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ എപ്പോഴും ഷെയർ ചെയ്യുന്ന 3 കാര്യങ്ങൾ. വൺ ഇസ് മണി, വൺ ഇസ് മെത്തേഡ്, വൺ ഇസ് ദ മൈൻഡ് സെറ്റ്. മൈൻഡ് സെറ്റ് ഇസ് അക്കോർഡിംഗ് ടു മീ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതായത് നമ്മുടെ കൈവശം ഇൻവെസ്റ്റ് ചെയ്യാൻ പണമുണ്ട്, നമുക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പഠിക്കാൻ സാധിക്കും. ദാറ്റ്സ് എ മെത്തേഡ്. ബട്ട് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇസ്, നമ്മൾ ആ റൂൾസും നമ്മൾ പഠിക്കുന്ന മെത്തേഡും ഒക്കെ നമ്മൾ മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പ്രിപ്പയർഡ് ആണോ? സോ ഈ ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആൻഡ് ആസ് വെൽ ആസ് ദ അഡ്വാൻറ്റേജസ്, ഇറ്റ്സ് എ ലോൺലി ഗെയിം. അതായത് നമ്മൾ സാധാരണ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓഫീസിൽ ചെല്ലുമ്പോഴേക്കും നമുക്ക് ബോസ് ഉണ്ട്, നമുക്ക് സബോർഡിനേറ്റ്സ് ഉണ്ട്, നമുക്ക് കൊളീഗ്സ് ഉണ്ട്, നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. ബട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ലോൺലി. നമ്മൾ ഒറ്റയ്ക്ക് ഈ ഒരു ഗെയിം കളിക്കുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ ഗെയിം ഓഫ് ചെസ്.
സോ ആ ഒരു കേസിൽ നമുക്ക് ഒത്തിരി ഡിസിപ്ലിൻ, നമ്മൾ ഒത്തിരി റൂൾസ് ഫോളോ ചെയ്യാൻ പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മാർക്കറ്റിൽ ട്രേഡറായിട്ട് സക്സീഡ് ചെയ്യാൻ സാധിക്കത്തില്ല. താങ്ക് യു പ്രദീപ്. നമുക്ക് എന്തായാലും PCR നിന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് അനീഷ് വീണ്ടും ലൈനിലുണ്ട് എന്നുള്ളതാണ്. അനീഷ്, എനിക്ക് അനീഷിൻ്റെ വിഷ് ലിസ്റ്റാണ് എനിക്ക് ബഡ്ജറ്റിനെ കുറിച്ച് അറിയേണ്ടത്. അതിനു മുമ്പേ നമ്മുടെ നേരത്തെ നയന പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഉടുത്തിരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ച് ഇപ്പോൾ ട്വിറ്ററിലൊക്കെ മെസ്സേജ് വന്നു തുടങ്ങി എന്നുള്ളതാണ്. അതായത് തമിഴ്നാട് ഇലക്ഷന് വേണ്ടിയിട്ട് BJP പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള ഒരു മെസ്സേജും വന്നു തുടങ്ങി എന്നുള്ളതാണ്. അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു നയന. അതായത് എന്ത് വന്നാലും നമുക്ക് 3 സംസ്ഥാനങ്ങളിൽ ഒരു ഇലക്ഷൻ ഉണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട്. അത് പ്രത്യേകിച്ച് ഈ റൂളിംഗ് പാർട്ടി എന്ന് പറയുന്നത് വളരെ നേരത്തെ തന്നെ ഇലക്ഷന് പ്രിപ്പയർഡ് ആവുന്ന ഒരു സ്ട്രാറ്റജിയാണ് അവർ. അതും ഈ ബഡ്ജറ്റിലൊക്കെ തീർച്ചയായിട്ടും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട രീതിയിലൊക്കെ അവർ സാധാരണ നല്ല രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ബീഹാറിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ കൊല്ലം ബഡ്ജറ്റിൽ നമുക്കറിയാലോ ഈ കൊല്ലം ബംഗാൾ, പീപ്പിൾ സേ ദാറ്റ് ഇറ്റ് ഇസ് മദർ ഓഫ് ഓൾ ഇലക്ഷൻ. അത് കഴിഞ്ഞ് തമിഴ്നാട്, അതുപോലെ നമ്മളിരിക്കുന്ന ഈ സംസ്ഥാനം കേരളത്തിൻ്റെയും ഇലക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനോടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു റിഫോം അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ്സ് അതിനെ ബന്ധപ്പെടുത്തി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അനീഷ്, കമ്മിങ് ബാക്ക് ടു യു. അനീഷ്, ഈ പറയുന്ന പോലെ അനീഷിന് ഒരു വിഷ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. അതായത് ബഡ്ജറ്റിന് ഏതൊക്കെ സെക്ടർ ആയിരിക്കും, ഏതൊക്കെ സ്റ്റോക്ക് ആയിരിക്കും. കാര്യം അനീഷും വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, മാർക്കറ്റിൽ നന്നായിട്ട് അറിയാം. അനീഷാണെങ്കിൽ ഞങ്ങളെ പോലെയല്ല, അത്രയ്ക്ക് പ്രായമായിട്ടില്ല, എന്നാൽ അത്രയ്ക്ക് ചെറുപ്പമല്ല. അപ്പോൾ ഇൻ ബിറ്റ്വീൻ കസ്പ് ഏരിയയിൽ കിടക്കുന്നുണ്ട്. ഈ ജെൻസിയുടെ ആറ്റിറ്റ്യൂഡും അറിയാൻ പറ്റും, ഞങ്ങളെ പോലത്തെ വെറ്ററൻസിൻ്റെ കാര്യങ്ങളും അറിയാമെന്നുള്ളൊരു വ്യക്തിയാണ് അനീഷ് എന്നുള്ളത്. അപ്പോൾ അനീഷിൻ്റെ ഒരു വിഷ് ലിസ്റ്റ് എങ്ങനെയാണ് ടുവേർഡ്സ് ബഡ്ജറ്റിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ? ബിക്കോസ് വി ആർ ജസ്റ്റ് മിനിറ്റ്സ് അവേ, ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ് 10:36 ആയി. ഇനി ജസ്റ്റ് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് അനീഷിൻ്റെ ഒരു വിഷ് ലിസ്റ്റ് അറിഞ്ഞാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. ഓക്കെ, താങ്ക് യു. എന്തായാലും എല്ലാവർക്കും വളരെ ആകാംക്ഷയുണ്ട്. മാഡം നമ്മളെ ധനമന്ത്രി എന്ത് ഡ്രസ്സ് ഉണ്ടാവും? അവരുടെ എല്ലാ പ്രാവശ്യവും ഒരു നല്ല സാരിയാണ് ധരിക്കുന്നത് എല്ലാവരും. അനീഷ് അത് എക്സ്പെക്ട് ചെയ്തിരുന്നോ? തീർച്ചയായിട്ടും ഞാൻ അത്രത്തോളം എക്സ്പെക്ട് ചെയ്തിരുന്നില്ലെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ, ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു നമുക്ക്. അവർ എല്ലാ പ്രാവശ്യവും ഒരു നല്ല ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ തന്നെയാണ്. ഞാൻ ഇവിടെ ഈ പ്രാവശ്യം വളരെ ബഡ്ജറ്റിൽ വളരെ ലൈറ്റ് എക്സ്പെക്റ്റേഷനാണുള്ളത്. ആൾറെഡി പറയാമല്ലോ, ആൾറെഡി നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ്. എപ്പോഴും ഞാൻ കൺസപ്ഷൻ തീമിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ഈ സ്റ്റുഡിയോയിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ അതിനെക്കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്രാവശ്യവും ഞാൻ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കൺസപ്ഷൻ, നമ്മൾ ഇൻറ്റേർണലി ആയിട്ടുള്ള കൺസപ്ഷൻ തീമിനെ ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും മാഡത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത് തന്നെയാണ് നമുക്കൊരു കാരണം നമ്മുടെ ഇക്കോണമി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും സേഫായിട്ടുള്ളൊരു മെത്തേഡ് അത് തന്നെ ആയിരിക്കും. അതിനുള്ള ഒരു റിഫോംസ് ആയിരിക്കും അവർ ഉണ്ടാകുന്നതെന്നാണ്. അല്ലാതെ ഫ്രീ ബൈസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു നല്ലൊരു റിഫോംസ് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ അതിന് കൺസപ്ഷനോടൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇതുവരെ അത് തന്നെയാണ് നിന്നിട്ടുള്ളത്. ഇനിയും അത് ഞാൻ കണ്ടിന്യൂ ചെയ്യും. അതേപോലെ തന്നെ നമ്മളുടെ ഫിനാൻഷ്യൽ സെക്ടർസിൽ ആൾറെഡി സാറിവിടെ പറഞ്ഞു 35 ഇയേഴ്സായിട്ട് വലിയ ചേഞ്ചസ് ഒന്നും ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലിൽ കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്ന്. ഫിനാൻഷ്യൽ സെക്ടേഴ്സിൽ വളരെയധികം പോസിറ്റീവ്സ് ഉണ്ട്. അവിടെ ഒരുപാട് റിഫോംസ് വരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സെക്ടേഴ്സ് ഞാൻ നോക്കുന്നു. ബാക്കി ഉള്ള സെക്ടേഴ്സിലെല്ലാം തന്നെ ആൾറെഡി നമ്മൾ കഴിഞ്ഞ ഡിഫൻസും കാര്യങ്ങളും ഒക്കെ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നുണ്ട്. ബട്ട് ഈ പ്രാവശ്യം ഞാൻ നോക്കുന്നത് കൺസപ്ഷൻ പ്ലസ് ഫൈനാൻസ്, ഈ 2 തീമിലേക്കും ഉള്ള എന്തെങ്കിലും ഒക്കെ ഒരു സർപ്രൈസ് തരികയാണെങ്കിൽ അത് ഇറ്റ് വിൽ ബി ഹൈലി അപ്രീഷിയേറ്റബിൾ. അപ്പോൾ അനീഷിൻ്റെ അഭിപ്രായത്തിൽ നോ നെഗറ്റീവ് ന്യൂസ് ഇസ് ഗുഡ് ഫോർ ദ മാർക്കറ്റ്സ് ആൻഡ് ബഡ്ജറ്റ് എന്നുള്ള രീതിയിലേക്കാണ് അല്ലേ? നെഗറ്റീവ് ഒന്നും വരരുത്, പോസിറ്റീവ് ഒന്നും വന്നില്ലെങ്കിൽ നെഗറ്റീവ് വരായിരുന്ന വലിയ സന്തോഷം എന്നുള്ള രീതിയിലാണ് അനീഷ് പറയുന്നത്. ഓക്കെ, സോ വി ആർ ജസ്റ്റ് 45 മിനിറ്റ്സ് അല്ലേ, 45 to 48 മിനിറ്റ്സേ ഉള്ളൂ അവേ ഫ്രം ദ ബഡ്ജറ്റ്, അല്ലെങ്കിൽ ദ റിയൽ സ്ക്രിപ്റ്റ് ദാറ്റ് സ്റ്റാർട്ട് ബൈ 11 AM എന്നുള്ളതാണ്. അതിനു മുമ്പ് എനിക്ക് നമ്മുടെ എല്ലായിടത്തും ചോദിക്കേണ്ട കാര്യം, നിങ്ങളെ ക്യാപിറ്റൽ മാർക്കറ്റ് എക്സ്പേർട്സ് ആയതുകൊണ്ട് ഈ ക്വസ്റ്റിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അതായത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കുറയ്ക്കോ ഇല്ലേ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ടിങ്കറിങ് നടക്കുമോ? പലരും വിശ്വസിക്കുന്നത്, അതായത് ഒരു എന്താ പറയുക, പലരും വിശ്വസിക്കുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പ്രോബ്ലം. അതുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതേപോലെ FIIs സെല്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതിയ FIIs വരാത്തത്, സ്റ്റോക്ക് കയറാത്തത് എന്നുള്ളൊരു മിസ്കൺസംഷനും കൂടെ ഉള്ള ഒരു കാലഘട്ടമാണെന്ന് ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ആൾക്കാർ ആരും ശ്രദ്ധിക്കുന്നില്ല. കയറുന്ന സ്റ്റോക്കുകളിൽ FII ബൈ ചെയ്യുന്നുണ്ട്, അവിടെ ക്യാപിറ്റൽ ഗെയിൻസ് ഇഷ്യൂ വരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ക്യാപിറ്റൽ ഗെയിൻസ് നമ്മളെ സംബന്ധിച്ച് നമ്മളെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ഈ ക്യാപിറ്റൽ ഗെയിൻസിൽ എന്തെങ്കിലും ടിങ്കറിങ് നടക്കാനുള്ള ചാൻസ് ഉണ്ടോ? അനീഷ് ആദ്യം ഒന്ന് ഉത്തരം പറഞ്ഞിട്ട് എനിക്ക് പ്രദീപിൻ്റെയിലേക്ക് പോകാനുണ്ട്. ഞാൻ അത്രത്തോളം വലിയൊരു ഡൗൺ സൈഡ് അല്ലെങ്കിൽ അത് കട്ട് ചെയ്യണം എന്നുള്ള ഒരു സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. ബട്ട്
അങ്ങനെ തരികയാണെങ്കിൽ ഈ ഒരു ടെമ്പററി, കാരണം നമുക്ക് ഗ്ലോബലി ഒരുപാട് പ്രഷേഴ്സ് ഉണ്ട്, ആ ഒരു പ്രഷേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ടെമ്പററി കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം പോസിറ്റീവായിരിക്കും. കുറച്ചുകൂടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ, അതായത് നമ്മളുടെ ഇക്കോണമിയിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ കുറച്ച് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ മണി ഇതിലേക്ക് പമ്പ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഒരു ചെറിയൊരു എസംഷൻ അല്ലെങ്കിൽ ഒരു കട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ല. കിട്ടുകയാണെങ്കിൽ അതൊരു ആഡഡ് പോയിൻ്റ് ആയിരിക്കും. അത് ക്യാപിറ്റൽ ഇൻഫ്ലോയെ വളരെയധികം സ്വാധീനിക്കുമെന്നുള്ള ഇതിൽ തന്നെയാണ് ഞാനുള്ളത്. താങ്ക് യു അനീഷ്, താങ്ക് യു സോ മച്ച്. ലേഡി ഇൻ ദ റൂം, ഈ സാരിയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അതിനു മുമ്പ് എനിക്ക് ക്യാപിറ്റൽ ഗെയിൻസിനെ കുറിച്ച് പ്രദീപിൻ്റെ ഒരു അഭിപ്രായം അറിയാമെന്നുണ്ട്. പ്രദീപ്, അതിനകത്ത് ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഈ റവന്യൂ മുഖാന്തരമുള്ള റവന്യൂ, അതായത് ടാക്സ് മുഖാന്തരമുള്ള റവന്യൂ നമുക്ക് ടാക്സ് റെസീപ്റ്റ്സ് വലിയ രീതിയിലൊരു കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഏതാണ്ട് 12 ലക്ഷം വരെ കോമൺ മെൻ ഇൻകം ടാക്സിൽ ഒരു റിലീഫ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? സ്ട്രെയിറ്റ് അവേ നമുക്ക് പറയാം ഗവൺമെൻറ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന റവന്യൂവിൽ ഗണ്യമായ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സെപ്റ്റംബറോട് കൂടി വന്നപ്പോൾ, ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും GST2 വന്നത് കാരണം ഏതാണ്ട് 90-95% നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറഞ്ഞോ ഇല്ലേ നമുക്കറിയില്ല. ബട്ട് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് ഇനത്തിലുള്ള കമ്പോണൻറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കുറഞ്ഞത് കാരണവും ഗവൺമെൻറ് ഒരു റവന്യൂ ഷോർട്ട് ഫോൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ഇനത്തിലും ഈ പറയുന്ന പോലെ ഗവൺമെൻറ് വേണ്ട രീതിയിൽ റവന്യൂ കിട്ടിയില്ല എന്ന് മാത്രമല്ല, കോർപ്പറേറ്റ് ടാക്സ് എന്ന രീതിയിലും ഗവൺമെൻറ് റവന്യൂ ഗണ്യമായി കുറഞ്ഞു. നമുക്കറിയാലോ പല കമ്പനികളുടെ, അതായത് കോർപ്പറേറ്റ് ഏർണിങ്സ് വെറും 3% തൊട്ട് 5% ഗ്രോ ചെയ്തത്. അത് കാരണം കോർപ്പറേറ്റ് ടാക്സും കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗവൺമെൻറ് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് ഇൻഫ്ലേഷനും കൂടുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കണം. കറൻസിയും ഡിപ്രിഷിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് റെസീപ്റ്റ്സ് കുറയുമ്പോൾ ഗവൺമെൻറ് ഒരു ഹെഡ് റൂം ഉണ്ടോ പ്രദീപ് ഈ ക്യാപിറ്റൽ ഗെയിൻസിൽ ഒരു ടിങ്കറിങ്ങോ കുറവ് വരുത്താൻ? കാര്യം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും STTയും എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ളൊരു റവന്യൂ അല്ല ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള കാര്യം നമുക്ക് നന്നായിട്ടറിയാം. ക്യാപിറ്റൽ ഗെയിൻസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് പേര് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാരണം, ട്രേഡ് ചെയ്യുന്ന കാരണം ഗവൺമെൻറ് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നതിന് 68,000 crores അങ്ങാണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ടറിയാം. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് നമുക്കിപ്പോൾ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ്സിൽ ക്യാപിറ്റൽ ഗെയിൻസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫിഗർ അറിയില്ലെങ്കിൽ പോലും നമുക്കൊരു ഉദ്ദേശം 1 ലക്ഷം. കാര്യം 2024 അങ്ങാണ്ട് 93,000 crores ഗവൺമെൻറ് കിട്ടിയെന്ന് പറയുമ്പോൾ മേ ബി ഒരു 1,20,000 1,30,000 ഒക്കെ ആയിരിക്കാം FY23 നമുക്ക് കിട്ടിയത്. അപ്പോൾ ഗണ്യമായിട്ടുള്ളൊരു കുറവ് അതിലും വന്നത് കാരണം ഗവൺമെൻറ് കുറച്ച് ടൈറ്റ് ആണ് എന്നുള്ള കാര്യം അറിയാം. ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ക്യാപിറ്റൽ ഗെയിൻസിൽ എന്തെങ്കിലും ടിങ്കറിങ് പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രദീപ്? Short-term capital gains tax, definitely the answer is no. I don't think change വരുമെന്ന്. But long-term capital gains government ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം is 1.25 lakhs in the threshold they can increase it a little bit. But again tax rate even in LTCG ഞാൻ ഒരു change expect ചെയ്യുന്നില്ല. At the same time, STTയുടെ കേസിൽ I think the government can actually reduce it a little bit. അത് കാര്യമായിട്ട് റെഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു അല്പമെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ബിഗ് സെൻറ്റിമെൻറ്റ് ബൂസ്റ്റർ ഫോർ ദ സ്റ്റോക്ക് മാർക്കറ്റ്. അത് ഞാൻ ഫിനാൻസ് മിനിസ്റ്റർ ആണെങ്കിൽ അത് എന്ത് രീതിയിൽ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വി സെറ്റ് ദാറ്റ് ഗവൺമെൻറ് ഇസ് സ്ട്രാപ്പ് ഫോർ ഫണ്ട്സ്. സോ ഗവൺമെൻറ്റിന് അതൊരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പോൾ LIC പോലൊരു കമ്പനിയിൽ വീണ്ടും ഒരു ഓഫർ ഫോർ സെയിൽ കൊണ്ടുവരണമെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ LICയുടെ ഷെയർസ് ദേ കാണ്ട് ഓഫർ ഇറ്റ് ഫോർ സെയിൽ. LICയുടെ ഷെയർ പ്രൈസ് മാർക്കറ്റിൽ കൂടിക്കഴിഞ്ഞാൽ ദേ ക്യാൻ കൺസിഡർ ദാറ്റ്. അപ്പോൾ അത് ഒക്കെ നടക്കണമെങ്കിൽ I think if STT can be tweaked a little bit, I think it will boost the sentiment of the share market. പ്രദീപ്, അതുകൂടാതെ ഒരു ചെറിയൊരു പ്രോബ്ലം ഈ FISന്റെ ടാക്സേഷൻ്റെ കാര്യത്തിലാണ്. FISന്റെ ടാക്സേഷൻ്റെ കാര്യത്തിൽ സാധാരണ ഈ OECD കൺട്രീസ്, അതായത് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് കോപ്പറേഷൻ, എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് OECD കൺട്രീസിൽ സാധാരണ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്, അത് FI ആയിക്കോട്ടെ FP ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരിൽ അറിയപ്പെടുന്നതായിക്കോട്ടെ, അവരുടെ രാജ്യത്തിലൊക്കെ ഈ പറയുന്ന പോലെ ഈ സോഴ്സ് ബേസ്ഡ് അല്ല. അതായത് ഈ പറയുന്ന പോലെ നമ്മൾ എവിടെയാണോ പൈസ ഉണ്ടാക്കുന്നത് അവിടെ അല്ല അവർ ടാക്സ് ചെയ്യുന്നത്. സോഴ്സ് ബേസ്ഡ് ആയിരുന്നതല്ല, എവിടെയാണോ റെസിഡൻസ് ഉള്ളത് ആ FII അവിടെയാണ് ടാക്സ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ടാക്സ് സിസ്റ്റം നടക്കുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ US നിന്നൊരു FII വരുന്നു എന്ന് വിചാരിക്കാം.
അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനെ നമ്മൾ സോഴ്സിലാണ് ടാക്സ് ചെയ്യുന്നത്. സോഴ്സിൽ ടാക്സ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ നാട്ടിലേക്ക് ഇവിടെ ടാക്സ് അടച്ചതിന് ശേഷം പൈസ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെയും ഒരു ടാക്സേഷൻ കൂടെ വരുമ്പോൾ ഒരു ഡബിൾ ടാക്സേഷൻ്റെ എഫക്റ്റ് വരുന്നില്ല. മറ്റുള്ള OECD കൺട്രീസിൽ ശരിക്കും പറഞ്ഞാൽ ഈ സോഴ്സ് ബേസ്ഡ് ആയിട്ട് ഒരു ടാക്സ് അവർ പിടിക്കുന്നില്ല എന്നുള്ള, പകരം എവിടെയാണോ ഈ FII റെസിഡൻസി ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസിഡൻ്റ് ആവുന്നത് അവിടെയാണ്. ഉദാഹരണത്തിന് വേറെ ഏതെങ്കിലും മാർക്കറ്റിൽ ഒരു US FII വരുന്നു എന്ന് വിചാരിക്കാം, അവരുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കാം, അവരെ സോഴ്സിൽ ടാക്സ് ചെയ്യാറില്ല. പകരം ഈ പൈസ US കൊണ്ടുപോയതിന് ശേഷം US-ൻ്റെ ഗവൺമെൻറ് റൂൾസ് അല്ലെങ്കിൽ ടാക്സ് റൂൾസ് അനുസരിച്ചാണ് ടാക്സ് ചെയ്യുന്നതല്ല. പ്രോബബ്ലി പെർഹാപ്സ് ഇന്ത്യ ഈസ് എ മേജർ മാർക്കറ്റ് വെയർ tax is directed at source and not based on residency എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് വന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് പണ്ട് മുതലുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഇത് കാരണം തന്നെ ഒരു ഡബിൾ ടാക്സേഷൻ വരുന്നു FIIസിന്. അപ്പോൾ FIIസിനെ സംബന്ധിച്ച് എത്രത്തോളം റിട്ടേൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കണം? ഒന്നാമത് ഇന്ത്യൻ മാർക്കറ്റിൽ ഓവർ വാല്യൂഷൻ കാരണം ഓപ്പർച്യൂണിറ്റി കുറവാണ്. അതിൻ്റെ കൂടെ ഈ പറയുന്ന പോലെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് വരുന്നു എന്നുള്ളത്, അതുകൂടാതെ നാട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെയും ഒരു ടാക്സേഷൻ, ഡബിൾ ടാക്സേഷൻ, അതുകൂടാതെ ഇന്ത്യയിൽ നിന്ന് പൈസ കൊണ്ടുപോകുമ്പോൾ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റും കൂടെ വരുമ്പോൾ നെറ്റ് എഫക്റ്റ് ആയിട്ട് ഏതാണ്ട് 16-18% ഉണ്ടാക്കാതെ FIIസിന് ആ ട്രേഡിൽ ഒരു പ്രോഫിറ്റബിലിറ്റി ഇല്ല എന്നുള്ള രീതിയിലേക്ക് പോയി നിൽക്കും. അത് കാരണം അതുകൊണ്ട് തന്നെ വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ FIIസിനുള്ള ആ ടാക്സ് ഇവിടെ വിത്ത്ഹോൾഡ് ചെയ്യും. അത് കാരണം ഈ വിത്ത് ഹോൾഡിംഗ് ടാക്സും ശരിക്കും പറഞ്ഞാൽ FIIസിന് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പൈസ കിട്ടുന്നില്ല എന്നുള്ള. മൂന്നാമതായിട്ടുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം പ്രദീപ്. അതായത് അവർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ, ഒരു ഉദാഹരണത്തിന് 2020 ഒരു FII വന്നു എന്ന് വിചാരിക്കാം. അവർ വരുമ്പോൾ $75 ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് അവർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പൈസ ഡിപ്ലോയ് ചെയ്തു. 2020 നിന്ന് 2026 വരെ ആ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് FIIസിന് ഒരു ഗെയിനും കൊടുത്തില്ല എന്ന് വിചാരിക്കാം. ബട്ട് എന്ത് പറ്റി? ഇന്ത്യയുടെ തന്നെ എക്കണോമിക് ഇഷ്യൂസ് കാരണം ഡോളർ 75 നിന്ന് 90 ആയി. അപ്പോൾ ആ സമയത്ത് 5 കൊല്ലമായിട്ട് ഈ ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന FII ഈ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കിൽ ഭേദപ്പെട്ട ഒരു റിട്ടേണും 0 റിട്ടേൺ ഉണ്ടാക്കിയാൽ പോലും അവർ വിറ്റിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഗവൺമെൻറ് കാണുന്നത് 75 രൂപയിൽ നിന്ന് 90 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയതായിട്ടാണ് കാണുന്നത്. അവിടെ ഈ പറയുന്ന പോലെ ഒരു കറൻസി ലോസിൻ്റെ പെയിനും കൂടെ FII അനുഭവിക്കുന്നു. അതിന് ആ കറൻസി മുഖാന്തരം, ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, കറൻസി മുഖാന്തരം കിട്ടുന്ന ആ ഗെയിനിനും കൂടെ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് FIIs അടക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും FIIs ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കാര്യത്തിൽ വളരെ ഹാപ്പി അല്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ആ FIIസിൻ്റെ ഭാഗത്ത് നിന്ന് FIIസിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രദീപ് പറഞ്ഞ പോലെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. നമുക്ക് ഈ ഹെൽത്തി ക്യാപിറ്റൽ മാർക്കറ്റ്, ഒരു നല്ലൊരു ക്യാപിറ്റൽ മാർക്കറ്റ് ഗവൺമെൻറ് അത്യാവശ്യമാണ്. കാര്യം കൂടുതൽ പൈസ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ നേരത്ത് ദാറ്റ് വിൽ പുട്ട് പ്രഷർ ഓൺ ഇന്ത്യൻ കറൻസി, റുപ്പി എന്നുള്ള കാര്യം മാത്രമല്ല ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ഇഷ്യൂ വരുന്നു എന്നുള്ള. അപ്പോൾ എന്ത് ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ട് നമ്മുടെ ഈ FIIസിനെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാം? കാര്യം നമുക്ക് പല സെക്ടറിലും FIIസിൻ്റെ മണി വേണം നമുക്ക്. അതായത് നമുക്ക് ഇക്വിറ്റി റേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റാ സെൻറ്റർ, EV, ഡിഫൻസ് സിസ്റ്റത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ബഡ്ഡിങ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ വേണ്ട രീതിയിൽ റിട്ടേൺ കിട്ടില്ല. അപ്പം നമുക്ക് ഈക്വിറ്റി റേസ് ചെയ്ത് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഹെൽത്തി ക്യാപിറ്റൽ മാർക്കറ്റും FIIസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും വേണം. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ടാർഗറ്റ് മീറ്റ് ചെയ്യാനും FIIസിൻ്റെ പൈസ വേണം എന്നുള്ളത്. സോ ഇറ്റ് ഈസ് ഇംപെറേറ്റീവ് ദാറ്റ് വി നീഡ് എ ഹെൽത്തി ക്യാപിറ്റൽ മാർക്കറ്റ് വെയർ എവറി വൺ ഈസ് ഹാപ്പി എന്നുള്ളത്. അപ്പോൾ പ്രദീപ്, ഈ ബഡ്ജറ്റിൽ ഈ നമ്മുടെ സാധാരണ ഇൻവെസ്റ്റേഴ്സിന് കൂടാതെ തന്നെ FIIസിന് എന്തെങ്കിലും സഹായം ഈ വിത്ത് ഹോൾഡിംഗ് ടാക്സിൻ്റെ കാര്യത്തിലോ എന്തിലെങ്കിലും പ്രദീപ് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ചേഞ്ചസ്? എനിക്ക് തോന്നുന്നില്ല സൂരജ്, ദാറ്റ് ആസ് ഫാർ ആസ് FIIs ആർ കൺസേൺ ടാക്സ് കൺസെഷൻസിൽ കാര്യമായിട്ടൊരു ചേഞ്ച് വരുമെന്ന്. See, my understanding is that with most of the countries, India already DTTA ഉണ്ട്, അതായത് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റ് ഓൾറെഡി നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഇഫ് ഐ എം എൻ FII ഇന്ത്യയിലെ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഹോം കൺട്രിയിലോട്ട് തിരിച്ച് ഞാൻ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഐ ക്യാൻ ക്ലെയിം എ ടാക്സ് റീഫണ്ട് ഫ്രം മൈ ഹോം കൺട്രി. That can be set off. That can be set off. Now, as far as withholding tax is concerned, അതിൽ എനിക്ക് തോന്നുന്നില്ല ഒരു പ്രൂഡൻറ്റ് ഗവൺമെൻറ്റും withholding ടാക്സിൽ ഒരു മാറ്റം കൊണ്ടുവരുമെന്ന്. അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പിന്നെ ഡൊമസ്റ്റിക്കിൽ വി ക്യാൻ ഓൾസോ സേ ദാറ്റ് നമുക്ക് TDS വേണ്ട എന്നും ഒരു ആർഗ്യുമെൻറ്റ് മുന്നോട്ട് നയിക്കുക. അത് ഒരു ഗവൺമെൻറ്റും അനുവദിക്കാൻ പോകുന്നില്ല. സോ ആസ് ഫാർ ആസ് ദ FIIs ആർ കൺസേൺഡ് എനിക്ക് തോന്നുന്നില്ല ഒരു ടാക്സ് റിജീമിൽ ഒരു ചേഞ്ച് വരുമെന്ന്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഞാൻ നേരത്തെ മോർണിംഗ് സെഷനിൽ സംസാരിച്ചതുപോലെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ അല്ലെങ്കിൽ
നമുക്ക് ഇന്ത്യയിൽ പുതിയ പുതിയ ബിസിനസ്സസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോട്ടൊരു ഇത് കൊണ്ടുവരണമെന്നൊക്കെ പറയുമ്പോഴേക്കും സ്റ്റാർട്ടപ്പ് കമ്പനീസിനൊക്കെ ടാക്സ് ഹോളിഡേയ്സ്, ടാക്സ് ഇൻസെൻറ്റീവ്, ടാക്സ് ബ്രേക്സ് കൊടുക്കാൻ I definitely would like the finance minister to do something on that. പ്രദീപ്, ഈ STTയുടെ കണക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു FY25-26 ബഡ്ജറ്റിൽ ഗവൺമെൻറ് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു, ഒരു റവന്യൂ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നു 78,000 crores കിട്ടുമെന്നാണ്. ബട്ട് ആസ് ഓൺ ഡേറ്റ് നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ ജാനുവരി 11th വരെ കണക്ക് മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ. അതിനുശേഷം ഒഫീഷ്യൽ ഡേറ്റാസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 44,500 crores മാത്രമേ ഗവൺമെൻറ്റിന് STT ഇനത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളൂ എന്ന്. അതായത് ടാർജറ്റിൻ്റെ 57% അടുപ്പിച്ചായിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന 2 മാസത്തിനുള്ളിൽ ബാക്കിയുള്ളത് കൂടെ കവർ ചെയ്യുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ STT ഇനത്തിൽ നല്ല രീതിയിൽ ഒരു റവന്യൂ ലോസ് ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് നിന്ന് ഗവൺമെൻറ് എന്ത് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മളെല്ലാവരും ക്യാപിറ്റൽ മാർക്കറ്റിൽ വിഷ് ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിലും STTയും കുറച്ചുകൂടെ, കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് എക്കണോമിയാണ് അല്ലേ. ഈ ഡെവലപ്പിംഗ് എക്കണോമി എന്ന് പറഞ്ഞാൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ വലിയ ഡെവലപ്ഡ് നേഷനായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മളെ സംബന്ധിച്ച് ഒരു ഗ്രോയിങ് എക്കണോമിയാണ്, ഡെവലപ്പിംഗ് എക്കണോമിയാണ്. നമ്മളെ സംബന്ധിച്ച് ഒരുപാട് സെക്ടേഴ്സിനെ നമുക്ക് ഉയർത്തി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ചീപ്പായിട്ടുള്ള ഫണ്ടിങ് എന്നും ഇക്വിറ്റി തന്നെയാണ്, ഡെപ്റ്റ് അല്ല. ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കോർപ്പറേറ്റ് ഡെപ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാലോ 10%, 11% ഒക്കെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും ഒരു ബിസിനസ്സിന്. ആദ്യത്തെ ഒരുപാട് നാൾ ഈ ബിസിനസ് നഷ്ടത്തിലായിരിക്കും. ആ സമയത്ത് ഈ ഇൻട്രസ്റ്റ് പോർഷൻ സെർവ് ചെയ്യുക എന്ന് പറയുന്നത് പല ബിസിനസ്സും പല സെക്ടറുകളും സർവൈവ് ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്കറിയാലോ നമ്മുടെ മുന്നിൽ തന്നെ എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. പേടിഎം പോലത്തെ കമ്പനികൾ, അല്ലെങ്കിൽ ഇതാ സ്വിഗ്ഗി പോലത്തെ കമ്പനികൾ, സൊമാറ്റോ പോലത്തെ കമ്പനികൾ, ഇവർ കൂടുതലും കടം എടുക്കുന്നതിനേക്കാട്ടിലും ഇക്വിറ്റി റേസ് ചെയ്ത്, അതായത് ഷെയർ വിറ്റിട്ട് കാശ് റേസ് ചെയ്താണ് അവർ എക്സ്പാൻഷനിലേക്ക് പോരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അതിൽ സക്സസ്ഫുൾ ആയിട്ടും എനിക്ക് തോന്നുന്നു പ്രദീപും ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇറ്റേണൽ അഥവാ സൊമാറ്റോ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു സ്റ്റോക്ക്. നമുക്കറിയാം ലാസ്റ്റ് 3-4 കൊല്ലം ഏതാണ്ട് 45-50 രൂപയെന്ന് ഏതാണ്ട് 300 വരെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 250-നും 300-നും ഇടയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. നല്ല രീതിയിലുള്ള ഒരു വെൽത്ത് ക്രിയേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈക്വിറ്റി എന്ന് പറയുന്നത് ആ ചീപ്പായിട്ടുള്ളൊരു ഫണ്ടിങ് ഓപ്ഷന് ഇൻസെൻറ്റീവ്സ് എന്ത് ചെയ്യും എന്നുള്ളതാണ് നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും നയന നമുക്കിപ്പോൾ ഫീഡ് കിട്ടുന്നുണ്ടോ PCR-ൽ നിന്ന്? അതായത് പാർലമെൻറ്റിലേക്ക് പോയതായിട്ടോ അല്ലെങ്കിൽ ആ കസ്റ്റമറി ആയിട്ടുള്ള ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയോ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ? സാധാരണ നമുക്കറിയാമല്ലോ പാർലമെൻറ്റിലെ സ്റ്റെപ്സിലേക്ക് പോകാൻ നേരത്ത് ഈ പറയുന്ന പോലെ നമ്മൾ ഫിനാൻസ് മിനിസ്റ്റർ ആ റെഡ് പൗച്ച് കാണിച്ച് നിൽക്കുന്നു, അതെല്ലാവരും ഫോട്ടോ എടുക്കുന്നു. അപ്പോഴായിരിക്കും ഈ കൂടുതലും നമ്മൾ മറ്റുള്ള മീഡിയകളിലും ട്വിറ്ററിലും മറ്റുള്ള സോഷ്യൽ മീഡിയകളിലും ഒക്കെ ഈ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ സാരിയെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഒക്കെ വരുന്നതെന്നുള്ള. അപ്പോൾ ഒരു പെപ്പി, അതായത് ഒരു സ്പൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബഡ്ജറ്റിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഒരു 15 മിനിറ്റിലാണ്. എന്തെങ്കിലും അപ്ഡേറ്റ് നമുക്ക് അവിടെ ഉണ്ടോ? നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മന്ത്രിസഭാ യോഗം ഈ ഒരു ബഡ്ജറ്റിന് അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇതൊരു ഹിസ്റ്റോറിക്കൽ ബഡ്ജറ്റ് ആയിരിക്കുമെന്നൊക്കെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൻ്റെ ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളിപ്പോൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴൊരു പോസിറ്റീവ് നോട്ടിലാണ് ഇപ്പോൾ മാർക്കറ്റ്, അതായത് തിരിച്ചു കയറുന്നു എന്ന് തന്നെ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്ന ഒരു രീതിയിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് പ്രസംഗം ആരംഭിക്കും. ഇത് പാർലമെന്റ് എന്തായാലും കേന്ദ്ര മന്ത്രിസഭ ഈ ഒരു ബഡ്ജറ്റിന് അംഗീകാരം നൽകിയിരിക്കുന്നു. സൂരജ്, താങ്ക് യു നയന. വി ആർ ജസ്റ്റ് 7 minutes away ഫ്രം ദ ബഡ്ജറ്റ് എന്നുള്ള രീതിയിലാണ്. സോ നമ്മുടെ എല്ലാവരുടെയും പ്രഷർ നന്നായിട്ട് കൂടിയല്ലേ പ്രദീപ് ഈ പറയുന്ന പോലെ? അതായത് ഈ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ സിമ്പിൾ ടേംസിൽ പറയാം. നമ്മൾ ഇനി നടക്കാൻ പോകുന്ന 1 മണിക്കൂർ സ്പീച്ചാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ 2 മണിക്കൂറാവാം, ചിലപ്പോൾ 3/4 മണിക്കൂറാവാം, 1.5 മണിക്കൂറാവാം, എത്രയാണെന്ന് നമുക്കൊരു പിടിയില്ല. എങ്കിലും എപ്പോൾ തീരുന്നോ അപ്പോൾ നമ്മൾ വീണ്ടും നിങ്ങളായിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ ഹാഫ് ആൻ അവർ നമ്മൾ കൂടുതലും മാർക്കറ്റിൻ്റെ ഇമ്പാക്റ്റും സ്റ്റോക്കും സെക്ടേഴ്സും ആയിരിക്കും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിഖിലോ വിഷ്ണു ആരെങ്കിലും ജോയിൻ ചെയ്യായിരിക്കും. നമ്മുടെ ഗസ്റ്റായ അനീഷും ചിലപ്പോൾ അതിനെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് അതിനെ ഒന്ന് പെപ്പപ്പ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും ഞങ്ങൾ വരും. ഏതായാലും നമ്മൾ ഏതാണ്ട് ഒരു 5 മണി, അല്ല 5 മണി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നായന, നമ്മൾ 7 മണി വരെ പോകുന്നുണ്ട് ഇന്നത്തെ ലൈവ് കവറേജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ ബിഗ് ഡേ എന്ന് പറയുന്നത് ഒരു ബിഗ് ബി തന്നെയാണെന്നുള്ള കാര്യം യാതൊരു സംശയവും ഇല്ല എന്നുള്ള. അപ്പോൾ ഇതിനകത്ത് ഈ ബഡ്ജറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന വാക്കുകൾ കൂടുതലും ഫിസ്ക്കൽ ഡെഫിസിറ്റ്, അല്ലെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ്, ട്രേഡ് ഡെഫിസിറ്റ്, ഇൻഫ്ലേഷൻ, ടാക്സ് റെസീപ്റ്റ്സ്, ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ജാർഗൻസ് ഉണ്ടെങ്കിലും ഒറ്റ വാക്കിൽ ഞാൻ പറയുകയാണെങ്കിൽ, അതായത് ഈ ബഡ്ജറ്റ് എന്താ എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ചെലവാക്കുന്നത് 100 രൂപ. ആ 100 രൂപ എന്ന് പറയുന്നത് ഗവൺമെൻറ് തിരിച്ചു കിട്ടുന്നത് വെറും 76 രൂപ. അതായത് 24 രൂപ കടമെടുത്താണ്
ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നുള്ള. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഞാൻ സിമ്പിൾ ഭാഷയിൽ പറയുന്നതെന്നുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നു ബഡ്ജറ്റിലേക്ക് ഇനി വെറും മിനിറ്റുകൾക്ക് മാത്രം, അത് കഴിഞ്ഞ് ബഡ്ജറ്റ് ഷോ കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളായിട്ട് ജോയിൻ ചെയ്യണം. പ്രേക്ഷകർക്ക് ഞങ്ങൾ പറയുകയാണ്, കാര്യം വെച്ചാൽ അപ്പോഴാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് വരുന്നത്. കൂടുതൽ സമയവും മാർക്കറ്റിലെ ഓപ്റ്റിമിസം അല്ലെങ്കിൽ പെസിമിസം റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ ഒരു അരമണിക്കൂറായിരിക്കും. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് PCRയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അനിലായിരിക്കും ആ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള. നിങ്ങൾ അനിലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മേജർ ആയിട്ടുള്ള ഇൻഡിസസും സ്റ്റോക്സും സെക്ടേഴ്സും നമുക്ക് വാച്ച് ഔട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടോ പ്രദീപ്, നമ്മൾ ബഡ്ജറ്റ് തുടങ്ങുന്നതിന് മുമ്പേ? അറ്റ് ദ മൊമെൻറ്റ് നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് 26,000 പോയിന്റ് തന്നെ ആയിരിക്കും. ബട്ട് ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊസിഷൻസ് ഒന്നും പുതിയതായിട്ട് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ആ ഒരു സമയത്ത് നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി, സ്പെക്കുലേഷൻ, ട്രേഡിംഗ് ഒക്കെ നടക്കാൻ ചാൻസസ് ഉണ്ട്. ബട്ട് ദാറ്റ്സ് എ ഹൈലി റിസ്കി സ്ട്രാറ്റജി. ഞാൻ ഒരിക്കലും ആ ഒരു സ്ട്രാറ്റജി അഡ്വൈസ് ചെയ്യത്തില്ല. മാർക്കറ്റ് സെറ്റിൽ ചെയ്യട്ടെ, അതിന് ശേഷം നമുക്ക് റിവ്യൂ സ്റ്റഡിക്ക് ശേഷം നമുക്ക് പുതിയ പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച പോലെ ഗവൺമെൻറ് 100 രൂപ സ്പെൻഡ് ചെയ്യുന്നു, ഗവൺമെൻറ് തിരിച്ച് കിട്ടുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ 76, നമ്മൾ ബോറോ ചെയ്യുന്നത് 24. നമ്മൾ ഈ സ്പെൻഡ് ചെയ്യുന്ന 100 രൂപയിൽ 40 രൂപയും എവിടെ പോകുന്നതെന്നറിയോ? 40 രൂപ രണ്ടിനത്തിലാണ് നമ്മൾ പോകുന്നത്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്സും. അതായത് നമ്മൾ 100 രൂപ ചിലവാക്കുന്നതിൽ 40 തന്നെ സ്ട്രെയിറ്റ് അവേ പോകുന്നത് സ്റ്റേറ്റ്സിനുമാണ്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സിലേക്കുമാണ് പോകുന്നത്. ബാക്കി 60 രൂപ മാത്രമാണ് ഗവൺമെൻറ്റിന് രാജ്യത്തിന് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുള്ള. നമുക്കിനിയിപ്പോൾ ജസ്റ്റ് ബഡ്ജറ്റ് പോകുന്നതിന് മുമ്പ് എനിക്ക് അനിലയോട് ഒന്ന് അറിയാനുള്ളത്, അനില PCRയിൽ നിന്ന് എനിക്കൊന്ന് കണക്ഷൻ കിട്ടിയാൽ കൊള്ളാം. അതായത് ജസ്റ്റ് ബാങ്കിങ് സെക്ടറിൽ നിന്ന് എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ എന്തെങ്കിലും ഒരു വൈബ്രേഷനോ ന്യൂസോ വരുന്നുണ്ടോ നമുക്ക് ഈ ബഡ്ജറ്റിന് തൊട്ട് മുമ്പായിട്ട്? അനില കണക്ഷനിലുണ്ടെങ്കിൽ ഒന്ന് PCR ഒന്ന് കണക്ട് ചെയ്ത് തരണം. യെസ് സർ, ഇപ്പോൾ ബാങ്കിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു തുടക്കത്തിൽ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ ബജറ്റിനെ സംബന്ധിച്ച് ചില ആശങ്കകൾ നിലനിന്നിരുന്നു വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങോട്ടേക്ക് സമയം നീങ്ങും തോറും ബജറ്റിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾ വിപണിയിലേറുന്നു എന്ന് തന്നെ. ബാങ്കിങ്ങിലേക്ക് മാത്രം വരികയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1/4% അടുത്തൊരു ഒരു 1/4% അടുത്തൊരു നേട്ടത്തിലേക്കാണ് ബാങ്കിങ് സൂചിക എത്തിയിരിക്കുന്നത്. 127 പോയിന്റ്സിൻ്റെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തുടക്ക ഒരു സമയം പരിശോധിക്കുമ്പോഴേക്കും പ്രധാനമായിട്ടും ആക്സിസ് ബാങ്ക് അടക്കമുള്ള പ്രൈവറ്റ് പ്ലെയേഴ്സിൽ വലിയ തോതിലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ ഒരു ബജറ്റിന് മുന്നോടിയായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിരുന്നൊരു സിനേറിയോ എന്ന് പറയുന്നത് PSU ബാങ്ക് ഓഹരികളിലായിരുന്ന ഒരു വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഡേ പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ആക്സിസ് ബാങ്ക്, അതിനോടൊപ്പം തന്നെ കൊട്ടക് ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയ ഓഹരികളിലാണ് ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും ആദ്യ മണിക്കൂറിലൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊട്ടക് ബാങ്കിലേക്ക് മാത്രം എത്തുമ്പോൾ 1% മുകളിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. ഇൻഡസിൻ ബാങ്ക് 1%-ലധികം നേട്ടം കാഴ്ചവെക്കുന്നുണ്ട്. HDFC ബാങ്കും 1%-ലധികം ഒരു നേട്ടമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ബാങ്കിങ്ങിനെ സംബന്ധിച്ചിട്ട് നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഒരു ബാങ്കിങ് ഗവേണൻസ് ബില്ല് ഒരു പക്ഷേ ഈ ഒരു ബജറ്റിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചേക്കാം എന്നൊരു പ്രതീക്ഷയാണുള്ളത്. പ്രധാനമായിട്ടും പൊതുമേഖലാ ബാങ്കിങ് കമ്പനികളുടെ അവരുടെ ഒരു ഇംപ്രൂവ്മെൻറ്റ്, അവരുടെ ഒരു പെർഫോമൻസിനെ കൂടുതലായിട്ട് ഇംപ്രവൈസ് ചെയ്യാനും അവർക്ക് കൂടുതലായിട്ട് ഓപ്പറേറ്റിംഗ് മാർജിനും അതിനോടൊപ്പം അവരുടെ ആ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരം പ്രഖ്യാപനങ്ങളായിരിക്കും ഈ ഒരു ബാങ്കിങ് ഗവേണൻസ് ബില്ലിൽ ഉണ്ടാവുക എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു PSU ബാങ്കുകൾക്ക് കൂടുതലായിട്ട് ഒരു അതായത് വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടുന്ന ഒരു അനുമതി ഒരുപക്ഷെ ഈ ഒരു ബാങ്കിങ് ഗവേണൻസ് ബില്ലിൽ ഇഷ്യൂ ചെയ്തേക്കാം, അല്ലെങ്കിൽ അത്തരം ഒരു അനുമതി നൽകിയേക്കാം എന്ന് കൂടിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഡേറ്റ, എക്കണോമിക് സർവേയുടെ ഡേറ്റ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ NPS, അതായത് ബാങ്കുകളെ സംബന്ധിച്ചിട്ട് ഈ ഒരു സർക്കാർ നിലവിൽ വന്നതിന് ശേഷം വലിയ തോതിൽ NPA കുറവ് കൊണ്ട് മറ്റ് ഫെസിലിറ്റീസ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് വലിയ തോതിൽ ബാങ്കുകളുടെ അസറ്റ് ക്വാളിറ്റി, പ്രത്യേകിച്ചും ഒരു കാലഘട്ടത്തിൽ പൊതുമേഖലാ ബാങ്കുകളുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് അവരുടെ കിട്ടാക്കടമായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുവരാനും ഡെക്കേഡ്സ് ലോയിലേക്ക് കൊണ്ടുവരാനും സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നടപടി അല്ലെങ്കിൽ ആ ഒരു അസറ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ PSU ബാങ്കുകൾക്ക് കൂടുതലായിട്ട് മാർജിനും അതുപോലെ ഓപ്പറേറ്റിംഗ് ലെവറേജും നൽകാനുള്ള പദ്ധതികളായിരിക്കും അല്ലെങ്കിൽ അത്തരം പ്രഖ്യാപനങ്ങളായിരിക്കും
ഈ ഒരു ബാങ്കിങ് ഗവേണൻസ് ബില്ലിൽ ഉണ്ടാവുക എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടൊരു പ്രൊഫഷണലിസം ബാങ്കിങ് മേഖലയിലേക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടുന്ന നടപടികൾ കൂടി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഇനി FDI ലിമിറ്റ്സ്, അതായത് പൊതുമേഖലാ ബാങ്കുകളിൽ FDI ലിമിറ്റ്സ് ഉയർത്തിയേക്കാം എന്നൊരു പ്രതീക്ഷ കൂടി ഇപ്പോൾ അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത്. ഏതായാലും ബാങ്കിങ് മേഖലയെ സംബന്ധിച്ചിട്ട് പൊതുവെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് ഓൾറെഡി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് അനുവാദം വാങ്ങിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ബജറ്റ് കൂടുതൽ അവതരിപ്പിക്കുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. അനില, എനിക്ക് തോന്നുന്നു നമ്മൾ ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാങ്കിങ് എക്സ്പേർട്ടായിട്ട് അനില വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും അല്ലേ ബാബു സാറായിട്ട്. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ബാങ്കിങ് മേഖലകളിലും ബാങ്കിങ് സെക്ടറിൻ്റെയും കുറച്ച് ക്ലാരിഫിക്കേഷൻസ് എടുക്കേണ്ടതായിട്ടുള്ളത്. നൗ വി ആർ ജസ്റ്റ് മിനിറ്റ്സ് അവേ ഫ്രം ദ ബഡ്ജറ്റ് എന്നുള്ള കാര്യം. അതായത് സൺഡേ ആണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ 2ാമത്തെ പ്രാവശ്യമാണ് ഒരു സൺഡേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അല്ലേ? ഞാൻ എന്ത് പറയുന്നത്, ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു സൺഡേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്തായാലും കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ബഡ്ജറ്റിന് ലഭിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാഷ്ട്രപതി ഭവനിലെത്തി സന്ദർശിച്ചു. ഇനി ബജറ്റ് അവതരണത്തിനായി ഉടൻ തന്നെ പാർലമെന്റിലേക്ക് എത്തും. ബജറ്റ് പ്രസംഗം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് പ്രസംഗമാണ് ഇന്ന് നടക്കുക. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു ബജറ്റ് പ്രസംഗം ആരംഭിക്കും. അതിന്റെ ലൈവ് നിങ്ങൾക്ക് MyFin TV ചാനലിൽ തന്നെ കാണാം, അല്ലേ സൂരജ്? തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രേക്ഷകരെടുത്ത് നേരത്തെ പ്രദീപ് ചന്ദ്രശേഖർ നിങ്ങൾക്കൊരു ഉപദേശം തന്നിരുന്നു. അതായത് ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ മാഡം ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതോടുകൂടി തന്നെ ഓരോ വാക്കുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റ് ഉറ്റുനോക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അത് കാരണം തന്നെ പല സ്റ്റോക്കും സെക്ടറും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് ആ ബഡ്ജറ്റിൽ നമ്മളിതാ ഫിനാൻസ് മിനിസ്റ്റർ എനിക്ക് തോന്നുന്നു സംസാരം തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? സോ ഓവർ ടു പാർലമെന്റ്. നമുക്ക് പാർലമെന്റിലേക്ക് ഒന്ന് പോകാൻ തോന്നുന്നു. നമുക്ക് PCRയിൽ നിന്ന് ഫീഡ് കിട്ടുമ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് സ്പീച്ച് എന്താണെന്നുള്ളത് നമുക്കൊന്ന് അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് പാർലമെന്റിലേക്ക് പോകാം, ഒന്ന് കണക്ഷൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. താങ്ക് യു. On the table, a copy each of the following papers, Hindi and English versions, under Article 281 of the Constitution. Report for 2026 to 2031, Volume 1, Main Report of the 16th Finance Commission. 2. Report for 2026-2031, Volume 2, Annexures of the 16th Finance Commission. Number 3. Explanatory memorandum as to the action taken on the recommendations contained in the above report. Item number 2, माननीय वित्त मंत्री निर्मला सीतारमण जी। Honorable Speaker, sir, on the sacred occasion of Magh Purnima and the birth anniversary of Guru Ravidas, I present the budget for the year 2026-2027. Since we assumed office 12 years ago, India's economic trajectory has been marked by stability, fiscal discipline, sustained growth, and moderate inflation. This is the result of conscious choices we have made, even in times heightened uncertainty and disruption. Our government, led by Honorable Prime Minister Modi, has decisively and consistently chosen action over ambivalence, reform over rhetoric, and people over populism. We have pursued far-reaching structural reforms, fiscal prudence and monetary stability, whilst maintaining a strong thrust on public investment. Keeping Atmanirbharta as a lodestar, we have built domestic manufacturing capacity, energy security, and reduced critical import dependencies. Simultaneously, we have ensured that citizens benefit from every action of the government, undertaking reforms to support employment generation, agricultural productivity, household purchasing power, and universal services to people.
These measures have delivered a high growth rate of around 7% and helped us make substantial strides in poverty reduction and improvement in the lives of our people. Today, we face an external environment in which trade and multilateralism are impaired and access to resources and supply chains are disrupted. New technologies are transforming production systems while sharply increasing demands on water, energy, and critical minerals. India will continue to take confident steps towards Viksit Bharat, balancing ambition with inclusion. As a growing economy with expanding trade and capital needs, India must also remain deeply integrated with global markets, exporting more and attracting stable long-term investment. As I begin part A, I want to express my gratitude to the people for standing firmly with us as we forge our way together towards becoming one of the largest economies of the world. Our aim is to transform aspiration into achievement and potential into performance as we ensure that the dividends of growth reach every farmer, the scheduled caste, the scheduled tribes, the nomads, the youth, the poor, and the women. In Viksit Bharat Young Leaders Dialogue 2026, several innovative ideas were shared with our Prime Minister, which have inspired many of the proposals, making this a unique Yuva Shakti-driven budget. Our government's sankalp is to focus on our poor, underprivileged, and the disadvantaged. To deliver on this sankalp, and given that this is the first budget prepared in Kartavya Bhavan, we are inspired by three Kartavya. Our first Kartavya is to accelerate and sustain economic growth by enhancing productivity and competitiveness and building resilience to volatile global dynamics. Our second Kartavya is to fulfill aspirations of our people and build their capacity, making them strong partners in India's path to prosperity. Our third Kartavya, aligned with our vision of Sabka Saath, Sabka Vikas, is to ensure that every family, community, region, and sector has access to resources, amenities, and opportunities for meaningful participation. This threefold approach requires a supportive ecosystem. The first requirement is to sustain the momentum of structural reforms, continuous, adaptive, and forward-looking. Second, a robust and resilient financial sector is central to mobilizing savings, allocating capital efficiently, and managing risks. Third, cutting-edge technologies, including AI applications, can serve us as force multipliers for better governance. Reform Express. Our government has undertaken comprehensive reforms towards creating employment, boosting productivity, and accelerating growth. After the Prime Minister's announcement on Independence Day in 2025, over 350 reforms have been rolled out. This includes GST simplification, notification of labor codes, and rationalization of mandatory quality control orders. High-level committees have been formed, and in parallel, the central government is working with the state governments on deregulation and reducing compliance requirements. The Reform Express is well on its way and will maintain its momentum to help us fulfill our Kartavya. I now move to specific proposals.
Under our first Kartavya, to accelerate and sustain economic growth, I propose interventions in 6 areas. 1. Scaling up manufacturing in 7 strategic and frontier sectors. 2. Rejuvenating legacy industrial sectors. 3. Creating champion MSMEs. 4. Delivering a powerful push for infrastructure. 5. Ensuring long-term security and stability. And 6. Developing city economic regions. Scaling up of manufacturing in 7 strategic and frontier sectors. Biopharma Shakti, meaning biopharma strategy for health advancement through knowledge, technology, and innovation. India's disease burden is observed to be shifting towards non-communicable diseases like diabetes, cancer, and autoimmune disorders. Biologic medicines are key to longevity and quality of life at affordable costs. To develop India as a global biopharma manufacturing hub, I propose the Biopharma Shakti with an outlay of 10,000 crores over the next 5 years. This will build the ecosystem for domestic production of biologics and biosimilars. The strategy will include a biopharma focused network with 3 new national institutes of pharmaceutical education and research, popularly known as NIPERS, and upgrading 7 existing ones. It will also create a network of 1,000 accredited India clinical trials sites. We propose to strengthen the Central Drug Standard Control Organization to meet global standards and approve timeframes through and approval timeframes through a dedicated scientific review cadre and specialists. India's Semiconductor Mission 1.0 expanded India's semiconductor sector capabilities. Building on this, we will launch ISM 2.0 to produce equipment and materials, design full stack Indian IP, and fortify supply chains. We will also focus on industry-led research and training centers to develop technology and skilled workforce. The Electronics Components Manufacturing Scheme, launched in April 2025 with an outlay of 22,919 crores, already has investment commitments at double the targets. We propose to increase the outlay to 40,000 crores to capitalize on this momentum. A scheme for rare earth permanent magnets was launched in 2025 November. We now propose to support the mineral-rich states of Odisha, Kerala, Andhra Pradesh, and Tamil Nadu to establish dedicated rare earth corridors to promote mining, processing, research, and manufacturing. To enhance domestic chemical production and reduction import dependency and reduce import dependency, we will launch a scheme to support states in establishing 3 dedicated chemical parks through challenge route on a cluster-based plug-and-play model. Strong capital goods Strong capital goods capability is a determinant of productivity and quality across different sectors. Towards building this capacity, I propose the following. High-tech tool rooms will be established by central public sector enterprises at 2 locations as digitally enabled automated service bureaus that locally design, test, and manufacture high-precision components at scale and at lower cost. 2. A scheme for enhancement of construction and infrastructure equipments
will be introduced to strengthen domestic manufacturing of high value and technologically advanced CIE. This can range from lifts in a multi-storied apartment or firefighting equipment in multiplexes, large or small, and to tunnel boring equipments for building metros and high altitude roads. I also propose a scheme for container manufacturing to create a globally competitive container manufacturing ecosystem with a budgetary allocation of 10,000 crores over a 5-year period. For the labor-intensive textile sector, I propose an integrated program with 5 subparts. 1. The National Fiber Scheme for self-reliance in natural fibers such as silk, wool and jute, man-made fibers and new age fibers. Textile expansion and employment scheme to modernize traditional clusters with capital support for machinery, technology upgradation and common testing and certification centers. 3. The National Handloom and Handicraft Program to integrate and strengthen existing schemes and ensure targeted support for weavers and artisans. Tex Eco Initiative to promote globally competitive and sustainable textiles and apparels. Samarth 2.0 to modernize the upgrade the textile skilling ecosystem through collaboration with industry and academic institutions. Further, I propose to set up mega textile parks in challenge mode. They can also focus on bringing value addition to technical textiles. I propose to launch the Mahatma Gandhi Gram Swaraj initiative to strengthen khadi, handloom and handicrafts. This will help in global market linkage and branding. It will streamline and support training, skilling, quality of process and production. This will benefit our weavers, village industries, One District, One Product ODOP initiative and also our rural youth. India has the potential to emerge as a global hub for high quality, affordable sports goods. I propose a dedicated initiative for sports goods that will promote manufacturing, research and innovation in equipment design as well as material sciences. Rejuvenation of legacy industrial clusters. I propose to introduce a scheme to revive 200 legacy industrial clusters to improve their cost competitiveness and efficiency through infrastructure and technology upgradation. Creating champion SMEs and supporting micro enterprises. Recognizing MSMEs as a vital engine of growth, I propose a 3-pronged approach to help them grow as champions. Equity support. I propose to introduce a dedicated 10,000 crores SME growth fund to create future champions, incentivizing enterprises based on select criteria. I also propose to top up the Self-Reliant India Fund set up in 2021 with 2,000 crores to continue support to micro enterprises and maintain their access to risk capital. Liquidity support. With TREADS, more than 7 lakh crore has been made available to MSMEs. To leverage its full potential, I propose 4 measures. 1. Mandate TREADS as the transaction settlement platform for all purchases from MSMEs by CPSEs, serving as a benchmark for other corporates. 2.
introduce a credit guarantee support mechanism through CGTMSE for invoice discounting on TREDS platform. 3. Link GEM with TREDS for sharing information with financiers about government purchases from MSMEs, encouraging cheaper and quicker financing. 4. Introduce TREDS receivables as asset-backed securities, helping develop a secondary market, enhancing liquidity and settlement of transactions. Professional support. Government will facilitate professional institutions such as the ICAI, ICSI, ICMAI to design short-term modular courses and practical tools to develop a cadre of corporate mitras, especially in Tier 2 and Tier 3 towns. These accredited para-professionals will help MSMEs meet compliance requirements at affordable costs. Infrastructure. During this past decade, our government has undertaken several initiatives for large-scale enhancement of public infrastructure, including through new financing instruments such as Infrastructure Investment Trust (InvITs) and Real Estate Investment Trust (REITs), and institutions like NIIF and NABFID. We shall continue to focus on developing infrastructure in cities with over 5 lakh population, that is Tier 2, Tier 3 cities, which have expanded to become growth centers. Public capital expenditure has increased manifold from 2 lakh crore in 2014-15 to an allocation of 11.2 lakh crore in BE 25-26. In this coming year, that is financial year 2026-27, I propose to increase it to 12.2 lakh crores to continue the momentum. To strengthen the confidence of private developers regarding risks during infrastructure development and construction phase, I propose to set up an infrastructure risk guarantee fund to provide prudentially calibrated partial credit guarantee to lenders. Over the years, REITs have emerged as a successful instrument for asset monetization. I propose to accelerate recycling of significant real estate assets of the CPSEs through the setting up of dedicated REITs. To promote environmentally sustainable movement of cargo, I propose to 1. Establish new dedicated freight corridors connecting Dankuni in the east to Surat in the west. Operationalize 20 new national waterways over the next 5 years. Starting with National Waterways 5 in Orissa to connect mineral-rich areas of Talcher and Angul and industrial centers like Kalinga Nagar to the ports of Paradeep and Dhamra. Training institutes will be set up as regional centers of excellence for development of required manpower for these waterways. This will benefit youth in the entire stretch of the waterways to train and acquire skills. Further, a ship repair ecosystem catering to inland waterways will also be set up at Varanasi and Patna. And C. Launch a coastal cargo promotion scheme for incentivizing a modal shift from rail to road to increase the share of inland waterways and coastal shipping from 6% to 12% by 2047. To enhance last mile and remote connectivity and promote tourism, I propose to give incentives to indigenize manufacturing of seaplanes. A seaplane VGF scheme will be also introduced to provide support for operations.
carbon capture, utilization and storage. Aligning with the roadmap launched in December 2025, the carbon capture, utilization and storage technologies at scale will achieve higher readiness and in end-use application across 5 industrial sectors, including power, steel, cement, refineries, and chemicals. An outlay of 20,000 crore is proposed over the next 5 years for this purpose. City economic regions. Cities are India's engines of growth, innovation, and opportunities. We shall now focus on Tier 2, Tier 3 cities, and even temple towns, which need modern infrastructure and basic amenities. This budget aims to further amplify the potential of cities to deliver the economic power of agglomerations by mapping city economic regions based on their specific growth drivers. An allocation of 5,000 crore per CER over 5 years is proposed for implementing their plans through a challenge mode with a reform cum result based financing mechanism. In order to promote environmentally sustainable passenger systems, we will develop 7 high-speed rail corridors between cities as growth connectors, namely Mumbai to Pune, Pune to Hyderabad, Hyderabad to Bengaluru, Hyderabad to Chennai, Chennai to Bengaluru, Delhi to Varanasi, Varanasi to Siliguri. Financial sector. The Indian banking sector today is characterized by strong balance sheet, historic highs in profitability, improved asset quality, and coverage exceeding 98% of villages in the country. At this juncture, we are well placed to futuristically evaluate the measures needed to continue on the path of reform-led growth of this sector. I propose setting up a high-level committee on banking for Vikasit Bharat. High-level committee on banking for Vikasit Bharat to comprehensively review the sector and align it with India's next phase of growth, while safeguarding financial stability, inclusion, and consumer protection. The vision for NBFCs for Vikasit Bharat has been outlined with clear targets for credit disbursement and technology adoption in order to achieve scale and improve efficiency in the public sector NBFCs. As a first step, it is proposed to restructure the Power Finance Corporation and Rural Electrification Corporation. I propose a comprehensive review of the foreign exchange management non-debt instruments rules to create a more contemporary, user-friendly framework for foreign investments consistent with India's evolving economic priorities. Corporate bond market. I propose to introduce a market-making framework with suitable access to funds and derivatives on corporate bond indices. I also propose to introduce total return swaps on corporate bonds. Municipal bonds. To encourage the issuance of municipal bonds of higher value by larger cities, I propose an incentive of 100 crore rupees for a single bond issuance. 100 crore rupees for a single bond issuance of more than 1,000 crore. The current scheme under Amrit which incentivizes issuances up to 200 crores only, will also continue to support smaller and medium towns. That will also continue.
to support the smaller and medium towns. Ease of doing business. Individual persons resident outside India, PROI, will be permitted to invest in equity instruments of listed Indian companies through the Portfolio Investment Scheme. It is also proposed to increase the investment limit for an individual PROI under the scheme from 5% to 10% with an overall investment limit for all individual PROIs to 24% from the current 10%. Emerging technologies including AI. 21st century is technology driven. Adoption of technology is for the benefit of all people. Farmers in the field, women in STEM, youth keen to upskill, and Divyangjan to access newer opportunities. The government has taken several steps to support new technologies through AI Mission, National Quantum Mission, Anusandhan National Research Fund, and Research and Development and Innovation Fund. Our second kartavya is to fulfill aspirations and build capacities. Close to 25 crore individuals have come out of multi-dimensional poverty through a decade of our government's sustained and reform-oriented efforts. Our government has therefore decided to place a renewed emphasis on the service sector to provide a pathway to fulfilling aspirations of a youthful India with the following measures. I propose to set up a high-powered education to employment and enterprises standing committee to recommend measures that focus on services sector as a core driver of Vikasit Bharat. This will make us a global leader in services with a 10% global share by 2047. The committee will prioritize areas to optimize the potential for growth, employment, and exports. They will also assess the impact of emerging technologies, including AI, on jobs and skill requirements and propose measures thereof. To create a range of skilled career pathways, a new range of skilled career pathways for our youth, I propose interventions in the following sectors. Health. Existing institutions for allied health professionals will be upgraded and new AHP institutions established in private and government sectors. This will cover 10 selected disciplines, including optometry, radiology, anesthesia, OT technology, applied psychology, and behavioral health, and add 1 lakh AHPs over the next 5 years. A strong care system covering geriatric and allied care services will be built. A variety of NSQF aligned programs will be developed to train multi-skilled caregivers, combining core care and allied skills such as wellness, yoga, and operation of medical assistive devices. In the coming year, 1.5 lakh caregivers will be trained. Hubs for medical value tourism. To promote India as a hub for medical tourism services, I propose to launch a scheme to support states in establishing 5 regional medical hubs in partnership with the private sector. These hubs will serve as integrated healthcare complexes that combine medical, educational, and research facilities. They will have Ayush centers, medical value tourism facilitation centers, and infrastructure for diagnostics, post-care, and rehabilitation. These hubs
will provide diverse opportunities, job opportunities for health professionals, including doctors and AHPs. Ancient Indian yoga, already respected in several parts of the world, was given a mass global recognition when Honorable Prime Minister took it to the UN. Post-COVID, Ayurveda gained a similar global acceptance and recognition. Exporting quality Ayurveda products helps farmers who grow the herbs and youth who process the products. To meet growing global demand, a few more steps are being taken. I propose to 1. Set up 3 new All India Institutes of Ayurveda. 2. Upgrade Ayush pharmacies and drug testing labs for higher standards of certification ecosystem and make available more skilled personnel. 3. Upgrade the WHO Global Traditional Medicine Center in Jamnagar to bolster evidence-based research, training and awareness for traditional medicine. Animal husbandry. Livestock contributes to close to 16% of farm income, including of poor and marginal households. To scale up availability of veterinary professionals by more than 20,000, I propose to roll out a loan-linked capital subsidy support scheme for establishment of veterinary and para-veterinary colleges, veterinary hospitals, diagnostic laboratories, and breeding facilities in private sector. Collaboration between Indian and foreign institutions will also be facilitated. Orange economy. India's animation, visual effects, gaming and comics sector, ABGC sector, is a growing industry projected to require 2 million professionals by 2030. I propose to support the Indian Institute of Creative Technologies, Mumbai, in setting up ABGC content creator labs in 15,000 secondary schools all over the country and 500 colleges. The Indian design industry is expanding rapidly, and yet there is a shortage of Indian designers. I propose to establish, through Challenge Route, a new National Institute of Design to boost design education and development in the eastern region of India. Education. Our government will support states through Challenge Route in creating 5 university townships in the vicinity of major industrial and logistics corridors. These planned academic zones will host multiple universities, colleges and research institutions, skill centers and residential complexes. In higher education, STEM institutions, prolonged hours of study and laboratory work pose some challenges for girl students. Through VGF, Viability Gap Funding and capital support, 1 girls' hostel will be established in every district. To promote astrophysics and astronomy via immersive experiences, 4 telescope infrastructure facilities will be set up or upgraded. The National Large Solar Telescope, the National Large Optical Infrared Telescope, the Himalayan Chandra Telescope, and the Cosmos 2 Planetarium. Tourism. The tourism sector has the potential to play a large role in the employment generation, forex earnings, and expanding the local economy. I propose to set up a National Institute of Hospitality
by upgrading the existing National Council for Hotel Management and Catering Technology. It will function as a bridge between academia, industry, and government. I also propose a pilot scheme for upskilling 10,000 guides in 20 iconic tourist sites through a standardized, high-quality, 12-week training course in hybrid mode in collaboration with the Indian Institute of Management. A national destination digital knowledge grid will be established to digitally document all places of significance, cultural, spiritual, and heritage. This initiative will create a new ecosystem of jobs for local researchers, historians, content creators, and technology partners. India has the potential and opportunity to offer world-class trekking and hiking experience. We will develop ecologically sustainable mountain trails in Himachal Pradesh, Uttarakhand, and Jammu Kashmir. Also in Araku Valley in the Eastern Ghats and Podigai Malai in the Western Ghats. Turtle trails along key nesting sites in the coastal areas of Odisha, Karnataka, and Kerala. And 3 bird watching trails along the Pulikat Lake in Andhra Pradesh, Tamil Nadu. It's on the border. Under the visionary leadership of Honorable Prime Minister, we established the International Big Cat Alliance in 2024. This year, India is hosting the first ever Global Big Cat Summit, where heads of governments and ministers from 95 range countries will deliberate on collective strategies for conservation. Heritage and culture tourism. I propose to develop 15 archaeological sites, including Lothal, Dolavira, Rakhi Gadi, Adichanallur, Saranath, Hastinapur, and Leh Palace into vibrant experiential cultural destinations. Excavated landscapes will be open to the public through curated walkways. Immersive storytelling skills and technologies will be introduced to help conservation labs, interpretation centers, and guides. The sports sector provides multiple means of employment, skilling, and job opportunities. Taking forward the systematic nurturing of sports talent which is set in motion through the Khelo India program earlier, I propose to launch a Khelo India mission to transform the sports sector over the next decade. The mission will facilitate an integrated talent development pathway supported by training centers which are foundational, intermediate, and elite levels. B, systematic development of coaches and support staff. C, integration of sports science and technology. D, competitions and leagues to promote sports culture and provide platforms. And E, development of sports infrastructure for training and competition. Our third Kartavya aligns with our vision of Sabka Saath Sabka Vikas towards Vikasit Bharat. This requires targeted efforts for 1. Increasing farmer incomes through productivity enhancement and entrepreneurship, with special attention to small and marginal farmers. B. Empowering Divyangjan through access to livelihood opportunities, training, and high-quality assistive devices. C. Empowering the vulnerable to access mental health and trauma care. D. Focus on the Purvodaya states and the Northeast region to accelerate development and employment opportunities. Fisheries.
We will undertake initiatives for integrated development of 500 reservoirs and Amrit Sarovars. 2. Strengthen the fisheries value chain in coastal areas and enable market linkages involving startups and women-led groups together with fish farmer producer organizations. Animal husbandry. To provide quality employment opportunities in rural and peri-urban areas, we will support the animal husbandry sector in entrepreneurship development through A credit-linked subsidy program, B, scaling up and modernization of livestock enterprises, C, enhanced creation of livestock, dairy and poultry, enhanced creation of livestock, dairy and poultry focused integrated value chains, and D, encourage creation of livestock farmer producer organizations. High value agriculture. To diversify farm outputs, increase productivity, enhance farmers' incomes, and create new employment opportunities, we will support high value crops such as coconut, sandalwood, cocoa, cashew in the coastal areas, agar trees in northeast, and nuts such as almonds, walnuts, and pine nuts in our hilly regions. These, all of them, will be supported. India is the world's largest producer of coconuts. About 30 million people, including nearly 10 million farmers, depend on coconuts for their livelihood. To further enhance competitiveness in coconut production, I propose a coconut promotion scheme to increase production and enhance productivity through various interventions, including replacing and non-productive trees with new saplings or plants or varieties in major coconut growing states. A dedicated program is proposed for Indian cashew and cocoa to make India self-reliant in raw cashew and coconut production and processing, enhance export competitiveness, and transform Indian cashew and Indian cocoa into premium global brands by 2030. Sandalwood. Sandalwood is closely linked to India's social and cultural heritage. Our government will partner with state governments to promote focused cultivation and post-harvest processing to restore the glory of the Indian sandalwood ecosystem, to rejuvenate old, low-yielding orchards, and expand high-density cultivation of walnuts, almonds, and pine nuts. We will support a dedicated program to enhance farmer incomes and in bringing value addition by engaging youth. Bharat Vistar, that is virtually integrated system to access agricultural resources. I propose to launch Bharat Vistar, a multilingual AI tool that shall integrate the AgriStack portals and the ICAR package on agricultural practices with AI systems. This will enhance farm productivity, enable better decisions for farmers, and reduce risk by providing customized advisory support. She Marts for rural women-led enterprises. Building on the success of Lakpati Didi program, I propose to help women take the next step from credit-linked livelihoods to being owners of enterprises. Self-help entrepreneur, She Marts will be set up as community-owned retail outlets within the cluster-level federations through enhanced and innovative financing instruments. Empowering Divyangjan. Divyangjan Kaushal Yojana. Information technology, AVGC sectors, hospitality and food and beverages sectors often offer task-oriented and process-driven roles which are suitable for Divyangjan
We will ensure dignified livelihood opportunities through industry relevant and customized training specific to each Divyangjan group. Divyang Sahara Yojana, timely access to high quality assistive devices for all eligible Divyangjan is a fundamental need. I propose to 1. Support the Artificial Limbs Manufacturing Corporation of India, Alimco, to set up and to scale up production of assistive devices, invest in R&D and AI integration, strengthen PM Divyasha Kendras, and support setting up of assistive technology marts as modern retail style centers where Divyangjan and senior citizens can see, try and purchase assistive products. Reaffirming our commitment to mental health and trauma care. There are no national institutes for mental health care in North India. We will therefore set up a NIMHANS 2 and also upgrade national mental health institutes in Ranchi and in Tezpur as regional apex institutions. Emergencies expose families, particularly the poor and vulnerable, to unexpected expenditure. We will strengthen and increase these capacities by 50% in district hospitals by establishing emergency and trauma care centers. Focus on Purvodaya states and northeastern regions. Purvodaya, I propose the development of an integrated East Coast industrial corridor with a well-connected node at Durgapur, creation of 5 tourism destinations in 5 Purvodaya states, and the provision of 4,000 e-buses. Buddhist sites in northeastern region. The northeastern region is a civilizational confluence of Theravada and Mahayana or Vajrayana traditions. I propose to launch a scheme for development of Buddhist circuits in Arunachal Pradesh, Sikkim, Assam, Manipur, Mizoram and Tripura. The scheme will cover preservation of temples and monasteries, pilgrimage interpretation centers, connectivity and pilgrim amenities. 16th Finance Commission. On 17th November 2025, the 16th Finance Commission submitted its report to the President. As mandated under Article 281 of the Constitution, the government is to lay the report along with the explanatory memorandum on the action taken report on the recommendations of the Commission in Parliament, which, Sir, Honourable Speaker, you've allowed me to do at the commencement of this session. The government has accepted the recommendation of the Commission to retain the vertical share of devolution at 41%. As recommended by the Commission, I have provided 1.4 lakh crores of rupees to the states for the year 2026-2027 as Finance Commission grants. These include rural and urban local body and disaster management grants. Fiscal consolidation. Government has been delivering on our fiscal commitments consistently without compromising on social needs. To strive towards accepted standards of fiscal management in Budget 25-26, I had indicated that the central government would target reaching a debt to GDP ratio of 50 plus or minus 1% by 2030-31. In line with this, the debt to GDP ratio is estimated to be 55.6% of GDP in BE 26-27, compared to 56.1% of GDP in RE 25-26. A declining debt to GDP ratio will gradually free up resources
for priority sector lending and expenditure by reducing the outgo on interest payments. One of the main operational instruments for debt targeting is the fiscal deficit. I am happy to inform this august House that I fulfilled my commitment made in 2021-2022 to reduce fiscal deficit below 4.5% of GDP by 25-26. In RE 25-26, the fiscal deficit has been estimated at par with BE of 2025-26 at 4.4% of GDP. In line with the new fiscal prudence path of debt consolidation, the fiscal deficit in BE 26-27 is estimated to be 4.3% of the GDP. The revised estimates of the non-debt receipts are 34 lakh crore rupees, of which the centre's net tax receipts are 26.7 lakh crore. The revised estimate of the total expenditure is 49.6 lakh crore rupees, of which the capital expenditure is about 11 lakh crores. Budget estimates 2026 to 2027. Coming to 26-27, the non-debt receipts and the total expenditure are estimated as 36.5 lakh crore and 53.5 lakh crore respectively. The centre's net tax receipts are estimated at 28.7 lakh crore rupees. To finance the fiscal deficit, the net market borrowings from dated securities are estimated at 11.7 lakh crore rupees. The balance financing is expected to come from small savings and other sources. The gross market borrowings are estimated at 17.2 lakh crore rupees. I'll now move to Part B. Part B, direct taxes. Honorable Speaker, sir, I now present my proposals on direct taxes. New Income Tax Act. In July 2024, I announced a comprehensive review of the Income Tax Act 1961. This was completed in a record time, and the Income Tax Act 2025 will come into effect from 1st April 2026. The simplified income tax rules and forms will be notified shortly, giving adequate time to taxpayers to acquaint themselves with its requirements. The forms have been redesigned such that ordinary citizens can comply without difficulty. Ease of living. I propose that any interest awarded by the Motor Accident Claims Tribunal to a natural person will be exempt from income tax, and any TDS on this account will be done away with. I propose to reduce TCS rate on the sale of overseas tour program package from the current 5% and 20% to 2% without any stipulation of amount. I propose to reduce TCS rate for pursuing education and for medical purposes under the Liberalized Remittance Scheme, popularly known as LRS, from 5% to 2%. Supply of manpower services is proposed to be specifically brought within the ambit of payment to contractors for the purpose of TDS to avoid ambiguity. Thus, TDS on these services will be at the rate of either 1% or 2% only. I propose a scheme for small taxpayers, wherein a rule-based automated process will enable obtaining a lower or nil deduction certificate instead of filing an application with the assessing officer. For the ease of taxpayer holding securities in multiple companies,
I propose to enable depositories to accept Form 15G or Form 15H from the investor and provide it directly to various relevant companies. I propose to extend time available for revising returns from 31st December to up to 31st March with the payment of a nominal fee. I also propose to stagger the timeline for filing of tax returns. Individuals with ITR 1 and ITR 2 returns will continue to file till 31st July, and non-audit business cases or trusts are proposed to be allowed time till 31st August. TDS on sale of immovable property by a non-resident is proposed to be deducted and deposited through resident buyers and his or her PAN-based challan instead of requiring a TAN, which is a temporary accounting number. To address practical issues of small taxpayers like students, young professionals, tech employees, relocated NRIs, and such others, I propose to introduce a one-time 6-month foreign asset disclosure scheme for these taxpayers to disclose income or assets below a certain size. This scheme would be applicable for two categories of taxpayers, namely A, who did not disclose their overseas income or assets, and B, who disclosed their overseas income and or paid due tax but could not declare the asset acquired. For category A, the limit of undisclosed income or asset is proposed to be up to 1 crore rupees. They need to pay 30% of fair market value of asset or 30% of undisclosed income as tax and 30% as additional income tax in lieu of penalty, and would thereby get immunity from prosecution. For category B, asset value is proposed to be up to 5 crore rupees. Here, immunity from both penalty and prosecution will be available with a payment of fee of 1 lakh rupees. Rationalizing penalty and prosecution. Multiplicity of proceedings are hindrance to the ease of doing business. I propose to integrate assessment and penalty proceedings by way of a common order for both. There will be no interest liability on the taxpayer on the penalty amount for the period of appeal before the first appellate authority, irrespective of the outcome of appeal process. Further, quantum of prepayment is being reduced from 20% to 10% and will continue to be calculated only on core tax demand. As an additional measure for reducing litigation, I propose to allow taxpayers to update their returns even after reassessment proceedings have been initiated, and an additional 10% tax rate over and above the rate applicable for the relevant year. The assessing officer will then use only this updated return in his proceedings. There is already a framework for immunity from penalty and prosecution in the cases of underreporting. I propose to apply this framework for immunity to misreporting too. However, in such a case, the taxpayer will need to pay 100% of the tax amount as an additional income tax over and above the tax and interest due. Penalties for certain technical defaults, such as failure to get accounts audited, non-furnishing of transfer pricing audit report, and default in furnishing statement for financial transactions, are proposed to be converted into fee. I propose to rationalize prosecution framework under Income Tax Act while maintaining a careful balance for deterrence in some serious offence. Non-production of books of account and documents and requirement of TDS payment where payment is made in kind are being decriminalized.
Further, minor offences will attract fine only. The remaining prosecutions will be graded commensurate with the quantum of offence. They will entail only simple imprisonment with maximum imprisonment reduced to 2 years and power to courts to convert even those into fines. There is no penalty. There is no penalty presently for non-disclosure of non-immovable foreign assets with aggregate value less than 20 lakh rupees. I propose to also provide them with immunity from prosecution with retrospective effect from 1/10/2024. Cooperatives. Deduction is already allowed to a primary cooperative society engaged in supplying milk, oilseeds, fruits or vegetables raised or grown by its members. I propose to extend this deduction to also include supply of cattle feed and cotton seed produced by its members. I propose to allow inter-cooperative society dividend income as deduction under the new tax regime to the extent it is further distributed to its members. I further propose to allow exemption for a period of 3 years to dividend income received by a notified national cooperative federation on their investments made in companies up to 31/1/2026. This exemption would be allowed only for dividends further distributed to its member cooperatives. Supporting IT sector as India's growth engine. India is a global leader in software development services, IT-enabled services, knowledge process outsourcing services, and contract R&D services relating to software development. These businesses and their segments are quite interconnected with each other. All these services are proposed to be clubbed under a single category of information technology services with a common safe harbor margin of 15.5% applicable to all. The threshold for availing safe harbor for IT services is being enhanced substantially from 300 crore rupees to 2,000 crore rupees. Safe harbor for IT services shall be approved by an automated rule-driven process without any need for tax officer to examine and accept the application. Once applied by an IT services company, the same safe harbor can be continued for a period of 5 years at a stretch at its choice. For IT services companies who want to conclude advanced pricing agreement, APA, I propose to fast-track unilateral APA process for IT services and endeavor to conclude it within a period of 2 years. The period of 2 years can be extended by a further period of 6 months on taxpayers' request. I propose to extend the facility of modified returns available to the entity entering APA to its associated entities also. Attracting global business and investment. Recognizing the need to enable critical infrastructure and boost investment in data centers, I propose to provide tax holiday till 2047 to any foreign company that provides cloud services to customers globally by using data center services from India. It will, however, need to provide services to Indian customers through an Indian reseller entity. I also propose to provide a safe harbor of 15% on cost in case the company providing data center services from India is a related entity. To harness the efficiency of just-in-time logistics for electronic manufacturing, I propose to provide safe harbor to non-residents for component warehousing in a bonded warehouse at a profit margin of 2% of the invoice value. The resultant tax of about 0.7% will be much lower
than in competing jurisdictions. To provide fillip to toll manufacturing in India, I propose to provide exemption from income tax for 5 years to any non-resident who provides capital goods, equipment or tooling to any toll manufacturer in a bonded zone. To encourage vast pool of global talent to work in India for a longer period of time, I propose to provide exemption to global, non-India sourced income of a non-resident expert for a stay period of 5 years under notified schemes. I propose to provide exemption from minimum alternate tax, the MAT, to all non-residents who pay tax on presumptive basis. Tax administration. I propose to constitute a joint committee of Ministry of Corporate Affairs and Central Board of Direct Taxes for incorporating the requirements of income computation and disclosure standards, the ICDS, in the Indian Accounting Standards Ind AS itself. Separate accounting requirement based on ICDS will be done away with from the tax year 27-28. To support Prime Minister Modi's vision of homegrown accounting and advisory firms to become global leaders, I propose to rationalize the definition of accountant for the purposes of safe harbor rules. Other tax proposals. Change in taxation of buyback was brought in to address the improper use of buyback route by promoters. In the interest of minority shareholders, I propose to tax buyback for all types of shareholders as capital gains. However, to disincentivize misuse of tax arbitrage, promoters will pay an additional buyback tax. This will make effective tax 22% for corporate promoters. For non-corporate promoters, the effective tax will be 30%. TCS rate for sellers of specific goods, namely alcoholic liquor, scrap and minerals, will be rationalized to 2%, and that on tendu leaves will be reduced from 5% to 2%. I propose to raise the STT on futures to 0.05% from the present 0.02%. STT on options premium and exercise of options are both proposed to be raised to 0.15% from the present rate of 0.1% and 0.125% respectively. We reformed the taxation landscape for corporates in 2019 by providing them a simplified regime with lower tax rate so that they could productively focus on business rather than on claim of deductions and exemptions. To encourage companies to shift to the new regime, set off of brought forward MAT credit, minimum alternate tax credit, is proposed to be allowed to companies only in the new regime. Set off using available MAT credit is proposed to be allowed to an extent of 1/4 of the tax liability in the new regime. MAT is proposed to be made final tax, so there will be no further credit accumulation from 1st April 2026. In line with this change, the rate of final tax is being reduced to 14% from the current MAT rate of 15%. The brought forward MAT credit of taxpayers accumulated till 30th March 2026 will continue to be available to them for set off as above. Indirect taxes. I shall now take up proposals related to indirect taxes. My proposals for customs and central excise aim to further simplify the tariff structure,
support domestic manufacturing, promote export competitiveness, and correct inversion in duty. To continue weeding out long continuing customs duty exemptions, I propose to remove certain exemptions on items which are being manufactured in India or where the imports are negligible. Similarly, to further simplify the process of ascertaining the rate of duty applicable on a particular item, I propose to incorporate certain effective rates in various customs notifications to the tariff schedule itself. I shall now take up sector-specific proposals. Promotion of exports of marine, leather, and textile products. I propose to increase the limit for duty-free imports of specified inputs used for processing seafoods for export from the current 1% to 3% of FOB value of the previous year's export turnover. I also propose to allow duty-free imports of specified inputs, which is currently available for exports of leather or synthetic footwear, to exports of shoe uppers as well. I propose to extend the time period for export of final product from the existing 6 months to 1 year for exporters of leather or textile garments, leather or synthetic footwear, and other leather products. Energy transition and security. I propose to extend the basic customs duty exemption given to capital goods used for manufacturing lithium-ion cells for batteries to those used for manufacturing lithium-ion cells for battery energy storage systems also. I propose to exempt basic customs duty on import of sodium antimonate for use in manufacture of solar glass. Nuclear power. I propose to extend the existing basic customs duty exemption on imports of goods required for nuclear power projects till the year 2035 and expand it for all nuclear plants irrespective of their capacity. Critical minerals. It is proposed to provide basic customs duty exemption to the import of capital goods required for the processing of critical minerals in India. Biogas blended CNG. I propose to exclude the entire value of biogas while calculating the central excise duty payable on biogas blended CNG. Civil and defense aviation. I propose to exempt basic customs duty on components and parts required for the manufacture of civilian training and other aircrafts. It is proposed to exempt basic customs duty on raw materials imported for the manufacture of parts of aircraft to be used in maintenance, repair, or overall requirements by units in the defense sector. Electronics. To deepen value addition in the consumer electronics sector, I propose to exempt basic customs duty on specified parts used in the manufacture of microwave ovens. Special economic zone. To address the concerns arising about utilization of capacity by manufacturing units in the special economic zones due to global trade disruptions, I propose as a special one-time measure to facilitate sales by eligible manufacturing units in SEZs to the domestic tariff area at concessional rates of duty. The quantity of such sales will be limited to a prescribed proportion of their exports. Necessary regulatory changes will be undertaken to operationalize the measures while ensuring level playing field for the units working in the DTA. Ease of living. To rationalize the customs duty structure for goods imported for personal use, I propose to reduce the tariff rate
on all dutiable goods imported for personal use from 20% to 10%. To provide relief to patients, particularly those suffering from cancer, I propose to exempt basic customs duty on 17 drugs or medicines. I propose also to add 7 more rare diseases for the purposes of exempting import duties on personal imports of drugs, medicines, and food for special medical purposes used in their treatment. Customs process. India's role and share in the global trade is poised for a major leap in line with our ambition and journey towards Vikasit Bharat. In this regard, I propose many measures for custom processes to have minimal intervention for smoother and faster movement of goods and greater certainty to the trade. Trust-based systems. I propose to enhance duty deferral period for Tier 2 and Tier 3 authorized economic operators, known as AEOs, from 15 days to 30 days. I propose to provide eligible manufacturer importers the same duty deferral facility. This should encourage them to get themselves accredited as a full-fledged Tier 3 AEO in due course. To provide greater certainty and for better business planning, I propose to extend validity period of advance ruling binding on customs from the present 3 years to 5 years. In the spirit of the whole of government approach, government agencies will be encouraged to leverage AEO accreditation for preferential treatment in clearing their cargo. Regular importers with trusted long-standing supply chains will be recognized in the risk system so that the need for verification of their cargo every time can be minimized. Export cargo using electronic sealing. Export cargo using electronic sealing will be provided through clearance from the factory premises to the ship. For import of goods not needing any compliance, filing of bill of entry by a trusted importer and arrival of goods will automatically notify customs for completing their clearance formalities. This will enable goods to be released immediately on arrival. The customs warehouse framework will be transformed into a warehouse operator-centric system with a self-declarations, electronic tracking, and risk-based audit. These reforms will move away from the current system of officer-dependent approvals and reduce transaction delays and compliance costs. Ease of doing business. Approvals required for cargo clearance from various government agencies will be seamlessly processed through a single and interconnected digital window by the end of the financial year. Processes involved in clearance of food, drugs, plant, and animal and wildlife products, accounting for about 70% of interdicted cargo, will be operationalized on this system by April 2026 itself. For goods not having any compliance requirement, clearance will be done by customs immediately after online registration is completed by the importer, subject to the payment of duty. Customs integrated system will be rolled out in 2 years as a single integrated and scalable platform for all customs processes. Utilization of non-intrusive scanning with advanced imaging and AI technology for risk assessment will be expanded in a phased manner with the objective to scan every container across all the major ports. New export opportunities to support Indian fishermen to fully harness the economic value
of marine resources beyond our territorial waters, the following measures will be taken. A. Fish catch by an Indian fishing vessel in exclusive economic zone or on the high seas will be made free of duty. Landing of such fish on foreign port will be treated as export of goods. Safeguards will be put in place to prevent misuse during fish catch, transit or transshipment. To support aspirations of India's small businesses, artisans and startups to access global markets through e-commerce, I am pleased to announce complete removal of the current value cap of 10 lakh rupees per consignment on courier exports. In addition, handling of rejected and returned consignments will be improved with effective use of technology for identifying such consignments. I propose to revise provisions governing baggage clearance during international travel to address genuine concerns of passengers. The revised rules will enhance duty-free allowances in line with the present-day travel realities and provide clarity in temporary carriage of goods brought in or taken out. There are honest taxpayers who are willing to settle disputes by paying all their dues, but they get deterred due to negative connotation associated with penalty. They will now be able to close cases by paying an additional amount in lieu of penalty. Honorable Speaker, sir, with this I commend the budget to this august House. Jai Hind. One and a half hours. Item number 3, माननीय वित्त मंत्री जी. Item number 2, sir. 3. Sir, with your permission, I rise to lay on the table of the following statements under Section 3, 1 of the Fiscal Responsibility and Budget Management Act of 2003. Medium-term fiscal policy cum fiscal policy strategy statement and macroeconomic framework statement. Item number 4, माननीय वित्त मंत्री जी. Sir, with your permission, I move for leave to introduce the Finance Bill 2026. प्रश्न ये कि विधेयक को पुनर्स्थापित करने की अनुमति प्रदान की जाए. जो सदस्य इस पक्ष में हाँ गए, जो सदस्य विरोध में ना गए, मेरे विचार में निर्णय हाँ वालों के पक्ष में हाँ वालों के पक्ष में अनुमति प्रदान की जाती है. माननीय मंत्री जी, अब विधेयक पूरे स्थापित करें. Sir, I introduce the bill. माननीय सदस्यगण, आपको सूचित किया जाता है कि माननीय वित्त मंत्री जी के बजट भाषण की कॉपी पब्लिकेशन काउंटर पर ली जाती है. बजट भाषण और बजट से संबंधित दस्तावेज आपके मोबाइल फोन और मेंबर पोर्टल्स पर ही उपलब्ध है. सभा की कार्रवाई कल सोमवार दिनांक 2 फरवरी 2026 को प्राप्त 11 बजे तक के लिए स्थगित की जाती है. അങ്ങനെ ഏറെ പ്രതീക്ഷകൾക്കും ചർച്ചകൾക്കും ശേഷം ഇപ്പോൾ നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റ് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. വിപണിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ, അതായത് STT ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനുള്ള ഒരു STT 0.02% നിന്ന് നിലവിലിപ്പോൾ 0.05% ആക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 53.5 കോടി രൂപയായിരിക്കും എന്നാണ് നിലവിലിപ്പോൾ നിർമ്മല സീതാരാമൻ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ 2026 സാമ്പത്തിക വർഷത്തിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 11.21 ലക്ഷം കോടി രൂപ
രൂപയായിരുന്നു. അവിടെ നിന്ന് നിലവിൽ ഏകദേശം ഇപ്പോൾ 1 ലക്ഷം കോടി രൂപയോളമുള്ള ഒരു വർധന വരുത്തിക്കൊണ്ട് 12.2 ലക്ഷം കോടി രൂപയിലേക്ക് നിലവിലിപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ 12.2 ലക്ഷം കോടി രൂപയുടെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമാണ് പറഞ്ഞിരിക്കുന്നത്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് നിലവിലിപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 4.3% എന്നൊരു നിരക്കിലായിരിക്കും. പല തീരുമാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും പ്രഖ്യാപനങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ് കഴിഞ്ഞു പോയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതിൽ ആദ്യമായിട്ട് എടുത്തു പറയേണ്ടത് ബാങ്കിങ് മേഖലയെ സംബന്ധിച്ചിടത്തോളമാണ്. ധനമന്ത്രി സൂചിപ്പിച്ചിരുന്നത് ഇന്ത്യൻ ബാങ്കിങ് മേഖല ഇതുവരെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഇന്ത്യൻ ബാങ്കിങ് മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് സാധിച്ചു. നിലവിൽ ഈ ഒരു ബാങ്കിങ് മേഖലയിൽ കൂടുതൽ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നിലവിലിപ്പോൾ പുതിയ ഒരു ഹയർ ലെവൽ കമ്മീഷനെ നിലവിലിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. കൂടാതെ NBFC മേഖലകളെ സംബന്ധിച്ചിടത്തോളം NBFC മേഖലകൾക്കും വലിയ ഒരു പങ്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയിൽ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് എന്ന് പറയുന്നു. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ AI-ക്കും മറ്റുമൊക്കെ വേണ്ടിയിട്ട് റെയർ മെറ്റീരിയൽസിന് അതിപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിലും ഒരു റെയർ മെറ്റീരിയൽസിനൊക്കെ തന്നെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. കൂടാതെ ടെക്സ്റ്റൈൽ രംഗത്തേക്ക് വരികയാണെങ്കിലും നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന താരിഫ് പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഏറ്റവും കൂടുതൽ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് ടെക്സ്റ്റൈൽ മേഖലയിലായിരുന്നു. ഈ ഒരു ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ടെക്സ്റ്റൈൽ ഹബ്ബുകൾ വരുന്നു. കൂടാതെ സ്പെഷ്യാലിറ്റി ടെക്സ്റ്റൈൽസിലേക്കൊക്കെ വരുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് പുറമെ ടൂറിസത്തെ വളർത്താൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നു. അതിലേക്ക് മെഡിക്കൽ ടൂറിസത്തിനെയും കൊണ്ടുവരുന്നു എന്നതുണ്ടാകുന്നു. ഹിമാചൽ പ്രദേശിലേക്ക് അടക്കമുള്ള വലിയ രീതിയിലുള്ള ടൂറിസം പദ്ധതികളൊക്കെ തന്നെ പ്രഖ്യാപിക്കപ്പെടുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് നിലവിലിപ്പോൾ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് മേഖലയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രാതിനിധ്യം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ ഷിപ്പിംഗ് മേഖലയ്ക്ക് നിലവിലിപ്പോൾ ഗുജറാത്തിൽ പുതിയൊരു ഷിപ്പിംഗ് പോർട്ടും മറ്റുമൊക്കെ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിൽ തന്നെ നിർമ്മല സീതാരാമൻ ഫ്യൂച്ചറിനെ മുൻപിൽ കണ്ടുകൊണ്ട് നിലവിലിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബജറ്റ് തന്നെയാണ്. കൂടാതെ പവർ ഫിനാൻസ് കോർപ്പറേഷനും RECDയും ഒക്കെ തന്നെ നിലവിലിപ്പോഴുള്ള സ്ട്രക്ചറൽ ഗവൺമെൻറ് ഒരു മാറ്റത്തിലേക്ക് പോകുന്നു. കൂടാതെ പുതിയ ഇൻകം ടാക്സ് ബില്ല് നിലവിലിപ്പോൾ മുൻപോട്ട് വന്നിരിക്കുന്നു എന്നൊരു കാര്യങ്ങളൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ നിലവിൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം 2% മുകളിലേക്കുള്ള ഒരു ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും 2% മുകളിലുള്ളൊരു ഇടിവുണ്ടാകുന്നുണ്ട്. സെക്ടോറിയൽ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിലും സൂചികകൾക്കൊക്കെ തന്നെ കനത്ത തിരിച്ചടി തന്നെ നേരിടുന്നു. നിഫ്റ്റി മെറ്റൽ സൂചിക ഏകദേശം 5% തിരിച്ചടി നേരിടുന്നുണ്ട്. നിഫ്റ്റി എനർജിയിലേക്ക് വരികയാണെങ്കിൽ 3.25% ഇടിവ്. IT സൂചികയിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ 1.5% മുകളിലും ഇൻഫ്രാസ്ട്രക്ചർ സൂചിക ഏകദേശം 2.25% ഒരു വലിയ ഒരു തിരിച്ചടിയും തന്നെയാണ് നിലവിലിപ്പോൾ നേരിട്ടിരിക്കുന്നത്. വിപണിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലുണ്ടായിരിക്കുന്ന STT-യിലുണ്ടായിരിക്കുന്ന ഒരു വർധനവ് തന്നെയാണ് നമുക്ക് വലിയൊരു തിരിച്ചടി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് തന്നെയാണ് നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സാറിൻ്റെ ഒരു അനാലിസിസ് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു STT-യിൽ വരുത്തിയിരിക്കുന്ന ഈ ഒരു ടാക്സ് വർധനവൊക്കെ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു മുൻപോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ആഘാതം ഏത് രീതിയിലായിരിക്കും വിപണിയിൽ സൃഷ്ടിക്കുക? ഇപ്പോൾ നമ്മൾ ഈ STT കുറയ്ക്കുമെന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഡിസ്കഷനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ബട്ട് ഇതൊരു വളരെയധികം ഒരു സൂചന കൂടെ നൽകുന്നതാണ്. ഒരു സ്പെക്കുലേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് ഓപ്ഷൻ്റെയും ഫ്യൂച്ചേഴ്സിൻ്റെയൊക്കെയാണ് STT കൂട്ടിയിരിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ആൾറെഡി നേരത്തെ സെബി കുറച്ച് റിപ്പോർട്ടുകളും പഠന റിപ്പോർട്ടുകളൊക്കെ കൊണ്ടുവന്നിരുന്നു. അത് ഓപ്ഷൻസിൽ ഏതാണ്ട് 80 to 90% ലോസ് ആകുന്നു. നമ്മളെ യങ്സ്റ്റേഴ്സ് അതിലൊക്കെ ഒരുപാട് എക്സ്പോഷർ ആകുന്നു. കാരണം അതെല്ലാം സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ടൂൾസാണ്. നമ്മളുടെ പല ഹെഡ്ജിങ്ങിനായിട്ടും റിസ്ക് റിഡക്ഷൻ ആയിട്ടും അതിനൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നതിന് നമ്മൾ ബ്ലൈൻഡായിട്ടുള്ള ഒരു സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത് കൊണ്ട് അത് കുറയ്ക്കാനായിരിക്കാം ഇത് ഇങ്ങനെ കൂട്ടിയിരിക്കുന്നത്. ഇന്ന് വലിയ ഇതായിട്ടുള്ള ഒരു ഇൻകം എനിക്ക് തോന്നുന്നില്ല അത് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ബട്ട് ഈ ഒരു ആക്ടിവിറ്റീസ് കുറയ്ക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വോൾട്ടാലിറ്റിയൊക്കെ കുറയ്ക്കാനായിരിക്കാം ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് ബേസിക്കലി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഒരു വലിയൊരു ഇമോഷണലായിട്ട് തന്നെയാണ് മാർക്കറ്റ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് ഈ ഒരു ഇഫക്റ്റ് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും അവരുടെയൊക്കെ ആക്ടിവിറ്റീസ് കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിസ്ക് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് കുറച്ച് ഇമോഷണലായിട്ട് തന്നെ അത് എടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ള ആക്ടിവിറ്റീസ്, കാരണം ഇത്രയും നല്ല കുറേ കാര്യങ്ങൾ പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സിനെയും ടച്ച് ചെയ്യുന്ന ഒരു പോയിൻ്റ് ആയിട്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം എല്ലാ വിധത്തിലുള്ള ആളുകളെയും എല്ലാ തലത്തിലുള്ള ആളുകളെയും ഒക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പം അങ്ങനെ ഒരു ബഡ്ജറ്റ് വന്നതിന് ശേഷം നമ്മൾ ഈ ടാക്സിൻ്റെ ഒരു പ്രപ്പോസൽ കൊണ്ട് മാത്രം ആണ് ഇമോഷണലി വരുന്നത്. അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ഫെയർ ആൻഡ് വ്യൂയിലേക്ക് പോവുകയും അല്ലെങ്കിൽ നമ്മളുടെ ഒക്കെ റെപ്രസെൻറ്റേഷനോ മറ്റോ ഒക്കെ കൊടുത്താൽ ചിലപ്പോൾ ഒരു റിവൈസിക്ക് ഒക്കെ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു
ഇമോഷണലി ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് ശേഷം നമ്മളൊന്ന് കൺസോൾഡേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് മാർക്കറ്റിൽ. ബട്ട് ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിലെ എല്ലാ വിഭാഗം ആളുകളെയും, കാരണം ഗവൺമെൻറ് വളരെ ക്ലിയർ ആയിട്ടുള്ള മെസ്സേജാണ് ഇതിലൂടെ കൊടുക്കുന്നത്. കാരണം അവർക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സെക്ടേഴ്സും, അതായത് ഇപ്പോൾ ഡേറ്റാ സെൻറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡിഫൻസിനെ കുറിച്ച്, അതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടിയിലെ എല്ലാ സാധനങ്ങളും നോക്കുകയാണെങ്കിൽ ഡിഫൻസിനെ കുറിച്ചുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് ആൾറെഡി നമുക്കത് തരുന്നു. അവർ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് അതിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഡ്യൂട്ടി കട്ട്, അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ്, നമ്മുടെ മിനറൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഗുഡ്സിനെയൊക്കെ ഡ്യൂട്ടി കട്ട്, കസ്റ്റംസ് ഡ്യൂട്ടി കട്ടൊക്കെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സർവീസ് ഓറിയൻറ്റഡ്, അതേപോലെ തന്നെ മാനുഫാക്ചറിങ് ഓറിയൻറ്റഡ്, ഇപ്പോഴത്തെ ചലഞ്ചസിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളെ ടെക്സ്റ്റൈൽ സെക്ടറിനെ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ഡിസ്ട്രിക്ട്സിലും ഗേൾസിന് വേണ്ടി ഹോസ്റ്റൽസ്, അപ്പോൾ ആ ഒരു വിഭാഗത്തെയും ഇൻഫ്രാസ്ട്രക്ചറും കൂടെ മുകളിലോട്ട് കാണും. പിന്നെ ആയുഷ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ 3 പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാ മേഖലയിലും, ഫിഷറീസിൻ്റെ മേഖലയിൽ ഒരുപാടുണ്ട്, ഇൻലാൻഡിൻ്റെ മേഖലയിൽ, ഇൻലാൻഡ് വാട്ടർ നാവിഗേഷനിൽ ഒരുപാട് കോറിഡോർസും കാര്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ലോജിസ്റ്റിക്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നു. കാരണം നമ്മളെ ഇൻഫ്രാസ്ട്രക്ചർ റോഡൊക്കെ ഏകദേശം ഒരു ലെവലിലാക്കിയപ്പോൾ ഇനി അടുത്ത് വേണ്ടത് തീർച്ചയായിട്ടും ലോജിസ്റ്റിക്സ് ആണ്. ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ലോജിസ്റ്റിക്സുകളാണ്. കാരണം ഫ്രീ ഗുഡ്സ് മൂവ്മെൻറ്റ്സുകൾ നമ്മൾ പലയിടത്തുമാണ്, കോറിഡോറുകൾ ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം അവരുടെ മുന്നിൽ കണ്ടുകൊണ്ട് നല്ലൊരു ഗ്രോത്ത് എഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തിക്കുന്ന ഒരു ഇക്കോണമിയിലേക്കുള്ള ഒരു കാൽവെപ്പായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. സർ, അടുത്തതായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ബാങ്കിങ് മേഖലയെ ശക്തമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ ചില നമ്പേഴ്സ് പരിശോധിക്കുമ്പോൾ, അതായത് നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ, ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഒക്കെ എക്കണോമിക് സർവേയിലൊക്കെ ഉണ്ടായിരുന്ന ഡാറ്റ പരിശോധിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. നിലവിലിപ്പോൾ ബാങ്കിങ് മേഖലയിലേക്ക് വരികയാണെങ്കിൽ, നിലവിലിപ്പോൾ നിഫ്റ്റി ബാങ്ക് തന്നെ ആദ്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, നിലവിലിപ്പോൾ വളരെ വലിയ രീതിയിലുള്ളൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് നിഫ്റ്റി ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏകദേശം 1.25% രീതിയിലുള്ളൊരു ഇടിവ് നിലവിലിപ്പോൾ നിഫ്റ്റി ബാങ്ക് നിലവിലിപ്പോൾ രേഖപ്പെടുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിനെ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് വരാം. അതിനു മുമ്പ് നിലവിലിപ്പോൾ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് നമ്മുടെ റിസർച്ച് ഹെഡ് ആയിട്ടുള്ള സൂരജ് നായർ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സൂരജ് സാർ, ബജറ്റ് ഒരുപാട് പ്രതീക്ഷകൾക്ക് ശേഷം നിലവിലിപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അതായത് ഒരു വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇപ്പോഴൊരു ഇടിവാണ് രേഖപ്പെടുന്നത്. സാർ, ഈ ബജറ്റിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ നിഖിൽ. അങ്ങനെ FY 26-27 ബഡ്ജറ്റ് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മാർക്കറ്റ് തന്നെ അതിന് ഉത്തരം തരുന്നു എന്നുള്ളതാണ്. സെൻസെക്സ് ഏതാണ്ട് 1400 പോയിന്റിനും നിഫ്റ്റി ഏതാണ്ട് 450 പോയിന്റിനും ഡൗൺ ആണ് എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് അടുത്ത കാലത്ത് ഇറങ്ങിയിൽ ഏറ്റവും വളരെ മോശമായ ബഡ്ജറ്റ് എന്ന് ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ള. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിച്ചിരുന്ന ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിന്റെ കാര്യത്തിലായാലും ശരി, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിന്റെ ആണെങ്കിലും ശരി, അത് മാത്രമല്ല FIS സെല്ലിംഗ് എന്ന കാലഘട്ടത്തിൽ മാർക്കറ്റിന് എന്തെങ്കിലും ഒരു ഇൻസെന്റീവ്സ് വരുമെന്ന് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് വളരെ വലിയ ഡിസപ്പോയിന്റ്മെന്റ് ആണ് മാർക്കറ്റിന് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് പരമാർത്ഥം എന്നുള്ളത്. ബൈ ബാക്സ് പോലും, അതായത് ക്യാപിറ്റൽ ഗെയിൻസ്, ബൈ ബാക്ക് ഏതൊരു ഷെയർ ഹോൾഡറിനും ക്യാപിറ്റൽ ഗെയിൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാർക്കറ്റിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി ഇൻഫോസിസ് പോലുള്ള കമ്പനികൾ ബൈ ബാക്ക് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇതേപോലുള്ള ഡ്രക്കോണിയൻ ആയിട്ടുള്ള മെഷർ ഗവൺമെന്റ് അവോയ്ഡ് ചെയ്യാമെന്നുള്ളത് വാസ്തവം തന്നെയാണ്. STTയുടെ കാര്യത്തിലാകട്ടെ, ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ STT ഒരു ഇൻക്രീസ് ആണ്, ഏതാണ്ട് 0.05%. അത് ഏതാണ്ട് 0.02%-ൽ നിന്ന് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് വീണ്ടും ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റാൻഡ് തന്നെയായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് പുതിയതായിട്ടുള്ള സെക്ടറുകളിൽ പല ഇൻസെന്റീവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ടാക്സ് ഹോളിഡേ ഏതാണ്ട് ഡേറ്റാ സെന്റേഴ്സിന് 2047 വരെ കൊടുക്കുകയും അതുമാത്രമല്ല ക്ലൗഡ് സർവീസസ് ചെയ്യുന്ന ഫോറിൻ കമ്പനീസിനും ടാക്സ് ഹോളിഡേസ് 2047 വരെ കൊടുക്കുകയും അതിൽ ഇന്ത്യൻ പാർട്ണർ വേണം എന്നുള്ള നിബന്ധന വയ്ക്കുകയും ചെയ്യുന്നതൊക്കെ ഈ വക സെക്ടേഴ്സിന് നല്ലതാണെങ്കിൽ പോലും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചോളം വളരെ നിരാശാജനകമായ ബഡ്ജറ്റാണ് എന്നുള്ള കാര്യത്തിൽ ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നല്ല കാര്യങ്ങളായി നമുക്ക് നോക്കാനുള്ള FY 27 ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് വീണ്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഏതാണ്ട് 12.2 lakh crore, അതായത് കഴിഞ്ഞ കൊല്ലം 10 ലക്ഷമായിരുന്നെങ്കിലും അതേക്കാളും കൂടുതലായിട്ടാണ് 12.2 lakh crore എന്ന് പറഞ്ഞ ഫിഗർ. അതൊരു പക്ഷേ മാർക്കറ്റ് മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്സിനും, പോർട്ട്, സീ പോർട്ട്, എയർപോർട്ട്, ബ്രിഡ്ജസ്, റെയിൽവേ പോലുള്ള കമ്പനിക്ക് ഗുണകരമായിട്ട് വരുമെങ്കിലും
ഓവറായിട്ടുള്ള മാർക്കറ്റിന്റെ നെഗറ്റീവ് സെന്റിമെന്റ്സ് ഈ സ്റ്റോക്കിനെയും നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യാം എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. FY26 ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് 4.4% GDP എന്ന് എസ്റ്റിമേറ്റ്. അത് മാത്രമല്ല FY27 അവർ പറഞ്ഞിരിക്കുന്ന എസ്റ്റിമേറ്റ് 4.3% ഓഫ് GDP. ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ഗവൺമെന്റ് ഫിസ്ക്കൽ പ്രൂഡൻസിനായിട്ട് മുന്നോട്ട് പോകുന്നു. അതായത് നമുക്ക് ഒരൊറ്റ പോയിന്റിലേക്ക് നമുക്ക് ചെന്നെത്താം. ഗവൺമെന്റ് ഫിസ്ക്കൽ പ്രൂഡൻസും ഫിസ്ക്കൽ ഡിസിപ്ലിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതോടുകൂടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യുന്ന കാര്യത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ബഡ്ജറ്റ് പറയുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ FY27 എസ്റ്റിമേറ്റ് വെച്ചിരിക്കുന്നത് 53.5 lakh crore ആണ്. FY27 നെറ്റ് ബോറോയിങ് മാർക്കറ്റിൽ ഏതാണ്ട് 11.7 lakh crore കൂടിയാണ് എന്നുള്ളതാണ്. ഗവൺമെന്റ് FY27 എസ്റ്റിമേറ്റഡ് നെക്സ്റ്റ് ടാക്സ് റെസിപ്റ്റ് 28.75 lakh crore എന്നുള്ളതും. അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡിസിപ്ലിന്റെ കാര്യത്തിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിസ്ക്കൽ പ്രൂഡൻസ് കൊണ്ടുവരാൻ വേണ്ടി ഫിനാൻസ് മിനിസ്റ്റർ മാക്സിമം എന്താ പറയുക ഒരു എഫേർട്ട് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഓഫ് കോഴ്സ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഫിസ്ക്കൽ പ്രൂഡൻസ് ഉള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതോടുകൂടി സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഭാഗത്തു നിന്നും വളരെ വലിയൊരു നെഗറ്റിവിറ്റിയാണ് കാണുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അത് മാർക്കറ്റ് തന്നെ അത് റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരിടയ്ക്ക് 500 പോയിന്റോളം തന്നെ നിഫ്റ്റി മൈനസ് ആയിരുന്നു എന്നുള്ള ഏതെല്ലാം സെക്ടറുകൾ ലീഡ് ചെയ്ത് നിഫ്റ്റി 50 കോൺസ്റ്റിറ്റ്യൂവൻസ് ആയിട്ടുണ്ടോ എല്ലാം തന്നെ നെഗറ്റീവ് ആയിരുന്നു. ഞാൻ ഒരു പക്ഷേ ഈ ലൈവ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നോക്കിയ ഫാർമ ഇൻഡെക്സ് മാത്രമാണ് ഒരു റിലീഫ് റാലി തരുന്നത് എന്നുള്ള. ബട്ട് ഈവൻ ദെൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം വ്യക്തിപരമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിലും അടുത്ത കാലത്ത് ഞാൻ ഫേസ് ചെയ്തപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂല് ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ബഡ്ജറ്റ് ആണെന്ന് ഒറ്റ വാക്കിൽ പറയാൻ കഴിയും. നിഖിൽ, ഓവർ ടു യു. താങ്ക് യു സൂരജ് സർ. അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ബാങ്കിങ് മേഖലയെ സംബന്ധിച്ചിടത്തോളമായിരുന്നു. അത് ബാങ്കിങ് മേഖല സ്ട്രക്ചറലി പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചില സൂചിക പരിശോധിക്കുകയാണെങ്കിൽ എന്നാൽ ആ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഏകദേശം 1.25% ഒരു ഇടിവാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. നിലവിലിപ്പോൾ പ്രൈവറ്റ് ബാങ്കിങ് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ PSU ബാങ്കിങ് സൂചികകളുടെ തന്നെ ആ ഒരു രീതിയിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടില്ല. നിലവിലിപ്പോൾ പ്രധാനപ്പെട്ട ബാങ്കിങ് ഓഹരികളായിട്ടുള്ള HDFC ബാങ്ക് അല്ലെങ്കിൽ ICICI ബാങ്ക് ഒക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവലുകളും മറ്റ് ടെക്നിക്കൽ ഡീറ്റെയിൽസും എന്തൊക്കെയാണ്? എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ടെക്നിക്കൽ ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ബാങ്കിങ് മേഖലയെ സംബന്ധിച്ച് ഇത് വലിയൊരു ട്രിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ഹൈ പവർ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നു ബാങ്കിങ് മേഖലയുടെ പരിഷ്കരണം. കാരണം ഇതുവരെയുള്ള പെർഫോമൻസ് ഇപ്പോൾ നിൽക്കുന്ന പെർഫോമൻസ് ബാങ്കുകൾ വളരെ നല്ലതാണ്. വളരെ ക്യാപിറ്റലൊക്കെ വളരെ സ്ട്രെങ്ത് ആയിട്ടുണ്ട്. അവരുടെ ബാലൻസ് ഷീറ്റൊക്കെ സ്ട്രെങ്ത് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു നിലയിൽ നിന്ന് പുതിയൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിന് ഡയറക്റ്റായിട്ടുള്ള മെഷേഴ്സ് പറയാതെ അതൊരു ഹൈ പവർ കമ്മിറ്റി അവിടെ വയ്ക്കുമ്പോൾ അവിടെ വളരെ സ്കോപ്പ് ഒരു വൈഡ് സ്കോപ്പ് തന്നെ നമ്മളിപ്പോൾ കാരണം ഇപ്പോൾ RBI കുറേ മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ എഫക്റ്റ് ആവാൻ പോകുന്നു. ഏപ്രിൽ ജൂണൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെയൊക്കെ എഫക്റ്റുകൾ വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ഷോർട്ട് കം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതുകൂടെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു വൈഡ് സ്കോപ്പ് ആണ് ഈ കമ്മിറ്റി എന്ന് പറഞ്ഞ് അവിടെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ അപ്പോഴപ്പോഴോ വരുന്നത് അത് നടപ്പാക്കുക എന്നായിരിക്കാം അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇമ്മീഡിയറ്റ് വരുന്ന ചേഞ്ചുകളെ കൂടെ അതിലെടുക്കാൻ കഴിയുമെന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മെഷേഴ്സ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വൈഡ് സ്കോപ്പുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വിദഗ്ധമായിട്ട് തന്നെ യൂസ് ചെയ്ത് കാരണം ഇപ്പോൾ പറയുന്നതിനേക്കാൾ നല്ലത് കൂടുതൽ ഉള്ള ചലഞ്ചസുകളും കൂടെ എടുത്തുകൊണ്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ലെവലിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റി അത് ഓവർ റിയാക്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മാർക്കറ്റിലെ ഫണ്ട് വരുന്നതിന് ഇപ്പോൾ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ഇതൊക്കെ ഉള്ളതുമ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ ഈ ഫണ്ട് ഫ്ലോ എന്തായിരുന്നാലും ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പോകുമല്ലോ. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ബാങ്കുകൾക്ക് കൂടുതൽ റോൾ പ്ലേ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാളെയോ അടുത്ത ദിവസങ്ങളിലോ ഒക്കെ അത് നല്ലതുപോലെ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബാങ്കിൻ്റെ റിക്കവറിക്കായിരിക്കും നമ്മളത് സാക്ഷ്യം വഹിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിലൊരു ഫണ്ട് ഫ്ലോ ഉണ്ട് ഈ മാർക്കറ്റിലേക്ക്. ഇപ്പോൾ മാർക്കറ്റിന് നെഗറ്റീവ് ആണെന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. കാരണം അതിൽ വളരെയധികം നെഗറ്റീവിനും ആശങ്കയ്ക്കുള്ള വകയുണ്ട്. ബൈബാക്കൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ STT ആയിരുന്നാലും ബൈബാക്ക് ഉൾപ്പെടെ. അപ്പോൾ ഇവിടെ നിന്നൊരു ഫണ്ട് ഫ്ലോ തീർച്ചയായിട്ടും ബാങ്കിങ് സൈഡിലേക്ക്. അപ്പം ബാങ്കിൻ്റെ സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇവിടെ ബാങ്ക് നിഫ്റ്റി ഓവറായിട്ട് റിയാക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു അടുത്ത ദിവസങ്ങളിലൊക്കെ ചെറിയ റിക്കവറീസൊക്കെ തരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരു ബാങ്കിങ് സൈഡിലേക്കും കുറച്ച് ഫണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ അത് ഒരു ബാലൻസിങ് ആക്ട് നടത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഓവറോൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കിൻ്റെ ഇൻഡെക്സിൽ നെഗറ്റിവിറ്റി വരാനുള്ള സാധ്യത ഉണ്ട്. ബാങ്ക് ഇൻഡെക്സിനെ പോലുള്ള ഇതിലൊക്കെ തന്നെ, കാരണം നല്ല സ്ട്രോങ് സപ്പോർട്ടാണ് ഇപ്പോൾ ഒരു 58,000 ആ ലെവലിൽ നിൽക്കുന്നത്. അവിടെ നിന്നും താഴോട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴത്തെ ലെവലിൽ കാണുന്നത്. ഒരു കറക്റ്റീവ് ആക്ഷൻസ് നമ്മൾ നല്ലതുപോലെ പ്രതീക്ഷിക്കാം. ബട്ട് ഇതിന് ഓവർകം ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ മാത്രമാണ് നമുക്കിനി അടുത്ത വലിയൊരു മൂവ്മെൻറ്റ്സ് ആയിട്ട് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. സാർ, ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാർ ഇപ്പോൾ ഓവർ റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും കനത്ത രീതിയിലുള്ളൊരു ഇടിവ് നിലവിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഇൻഡൈസിസ് പരിശോധിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ തിമാറ്റിക്കൽ ഇൻഡൈസസ് ആയിട്ടുള്ള ഇന്ത്യ ഡിഫൻസ് നിലവിലിപ്പോൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 4.64% ഒരു വലിയ രീതിയിലുള്ളൊരു ഇടിവാണ് നിലവിലിപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിലവിലിപ്പോൾ ഒരു ഡിഫൻസ് മേഖലയ്ക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു ബജറ്റിൽ നൽകിയിരിക്കുന്ന ഒരു പ്രാതിനിധ്യത്തെയും ഡിഫൻസ് ഇൻഡെക്സിൻ്റെ ഒരു പെർഫോമൻസിനെയും സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾ ഇൻഡെക്സിൽ നോക്കി കാണുകയാണെങ്കിൽ ഇപ്പോഴത്തെ രീതിയിലുള്ള ഇടിവ് എന്ന് പറയുന്നത് ക്യാപെക്സ് അല്ലെങ്കിൽ കൂടുതൽ ഫണ്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിലൊരു ക്ലാരിറ്റി ഇപ്പോൾ വന്നിട്ടില്ല. ബട്ട് അതിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ കസ്റ്റംസ് ഡ്യൂട്ടി ഇതൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് അവർ ഇളവുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ആൾറെഡി നമ്മൾ ഒരുപാട് ഫണ്ടിൽ ഇത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ ഓർഡേഴ്സുകളുണ്ട്. പിന്നെ ഗവൺമെൻറ്റിന് ആവശ്യമായ രീതിയിലുള്ള പുതിയ ഡിഫൻസിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതിനെല്ലാം തന്നെ ഉള്ള ഒരു ബേസിക് സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രൈവറ്റ് ഫണ്ടിങ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ക്യാപെക്സ് വരാം ആണെങ്കിൽ അതിന് സഹായകമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഗവൺമെൻറ് കമ്പനികൾ കുറച്ച് ഡൗൺ. കാരണം ഇപ്പോഴത്തെ ഡിഫൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കമ്പനികളാണ് മെജോറിറ്റി ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഷിഫ്റ്റ് സംഭവിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫേവറബിളായി കൊടുക്കുമ്പോൾ അവിടെ പ്രൈവറ്റിലേക്ക് കൂടുതൽ അഡീഷണൽ ഫണ്ട് വരാനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ബേസിക് ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് അല്ലെങ്കിൽ പ്രൈവറ്റിലേക്ക് കുറച്ചുകൂടെ ഫണ്ട് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് പോവുകയോ അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയോ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു കാണുന്ന ഈ ഒരു ഗവൺമെൻറ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഡോമിനേറ്റ് ചെയ്യുന്ന ഗവൺമെൻറ് കമ്പനീസിൻ്റെ ഒരു ഇൻഡെക്സിൽ നമുക്കിപ്പോൾ ഡൗൺ കാണാൻ പറ്റുന്നത്. പക്ഷേ കുറച്ച് കറക്റ്റീവ് ആക്ഷൻസ് ഉണ്ടാവും. കാരണം ആൾറെഡി അത് കറക്റ്റീവ് ചാർട്ടുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിഫൻസ് മേലെ കുറച്ച് കറക്റ്റീവ് ആക്ഷനിലായിരുന്നു. അപ്പോൾ അത് ഇനിയും കുറച്ചുകൂടെ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വരികയാണെങ്കിൽ മാത്രം ഒരു ഫെയർ വാല്യൂയിലേക്ക് എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. PSCയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ സാർ ഇപ്പോൾ FDIയുടെയും മറ്റുമൊക്കെ ഒരു ഇൻ്റർവെൻഷനെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് മേഖലയ്ക്ക് നൽകുന്ന ഒരു പ്രാതിനിധ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 2% മുകളിലേക്കുള്ളൊരു ഇടിവാണ് നിഫ്റ്റി PSC ഇൻഡെക്സ് നിലവിലിപ്പോൾ രേഖപ്പെടുത്തുന്നത്. ഈ ഒരു ബജറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും മറ്റുമൊക്കെ, അതായത് വലിയ രീതിയിലുള്ളൊരു റിട്ടേൺ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ തന്നെയായിരുന്നു പൊതുമേഖല. അവയുടെ ഒരു പ്രാധാന്യത്തെ നൽകിയിരിക്കുന്ന ഒരു പ്രാധാന്യത്തെയും ഒക്കെ തന്നെ ഈ ഒരു ബജറ്റിന് ശേഷം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ ഇപ്പോഴത്തെ പൊതുമേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് കമ്പനികളിലെല്ലാം തന്നെ ഇപ്പോൾ ആൾറെഡി നല്ല പെർഫോമൻസ് ആണ്. ബാലൻസ് ഷീറ്റിലോ കാര്യങ്ങളിലൊക്കെ നമ്മൾ ചില കമ്പനികൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കമ്പനികളും ഡിഫൻസ് ആയിരുന്നാലും നമ്മളെ ക്യാപിറ്റൽ ഗുഡ്സിലുണ്ടായിരുന്ന ബാങ്ക്സ് ആയിരുന്നാലും ഇങ്ങനെയുള്ള ബാങ്ക്സ് ആൾറെഡി വലിയ പോസിറ്റീവാണ്. ഡിഫൻസ് നമുക്ക് നല്ലൊരു റിട്ടേൺസ് ഒക്കെ തന്നു. അതിൻ്റെ സെക്കൻഡ് ഫേസിലേക്ക് പോവേണ്ടതാണ്. അപ്പോൾ ഈ പൊതുമേഖല കമ്പനികളൊക്കെ തന്നെയാണ്. ഇനി പവർ മേഖലയിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ 2 പവർ കമ്പനികളെ റീവാമ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ഘടകങ്ങളാണ്. പക്ഷേ അത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്രത്തോളം വരുമെന്ന് എനിക്ക് ഇപ്പോൾ പറയാനായിട്ട് കഴിയില്ല. കാരണം ഇതിൻ്റെ പ്രൈസ് വാല്യുവേഷനും ഇതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അടുത്തായിട്ട് ടെക്സ്റ്റൈൽ സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ടെക്സ്റ്റൈൽസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ തന്നെയായിരുന്നു ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് നൽകിയിരിക്കുന്നത്. ടെക്സ്റ്റൈലിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ താരിഫ് പ്രതിസന്ധികളും മറ്റുമൊക്കെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നതും ടെക്സ്റ്റൈലായിരുന്നു. ആ ഒരു രീതിയിൽ പരിശോധിക്കുമ്പോൾ നിലവിലിപ്പോൾ ടെക്സ്റ്റൈലിന് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ഈ ഒരു മാർക്കറ്റ് നിലവിലിപ്പോൾ ഈ ഒരു ബജറ്റ് നിലവിലിപ്പോൾ പരിഗണിച്ചിരിക്കുന്നു എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിലവിലിപ്പോൾ അതായത് പരമ്പരാഗത ടെക്സ്റ്റൈൽസിൽ നിന്ന് മാറിയിട്ട് നിലവിലിപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി കെമിക്കൽസും മറ്റുമൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള രീതികളിലേക്കും ഒക്കെ തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും മറ്റുമൊക്കെ വരുന്ന ഒരു രീതിയിലുള്ളൊരു പ്രവർത്തനം കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ബജറ്റിൽ ടോട്ടൽ പരിശോധിക്കുകയാണെങ്കിലും ഒരു ഇടിവും മറ്റുമൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമെങ്കിൽ കൂടിയും നിലവിൽ ഈ വരുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നിലവിലിപ്പോൾ നടന്നിരിക്കുന്നത്. നിലവിലിപ്പോൾ SRF പോലുള്ള ഓഹരികളിലൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിലും SRFിനൊക്കെ തന്നെ
തന്നെ പരിശോധിക്കുകയാണെങ്കിലും ക്ഷമിക്കണം ആ ഒരു ഡേറ്റ് ഇപ്പോൾ ലഭ്യമാകുന്നില്ല. എന്നാലും ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് വലിയൊരു പ്രാധാന്യം ഈ ഒരു ഇതിൽ നൽകിയിട്ടുണ്ടായിരുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ഇലക്ട്രോണിക്സ് മേഖലയ്ക്കും അതുപോലെ തന്നെ പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ അടുത്തായിട്ട് ടെക്സ്റ്റൈൽ മേഖല നിലവിലിപ്പോൾ പരിഗണിക്കുകയാണെങ്കിൽ ഇപ്പോൾ വരുത്തിയിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങളും മറ്റുമൊക്കെ ടെക്സ്റ്റൈൽ മേഖലയെ ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യും എന്നാണ് സാറ് കാണുന്നത്? ടെക്സ്റ്റൈൽസിൽ നമ്മളിപ്പോൾ വലിയ ചലഞ്ചസ് ആണ് നേരിടുന്നത്. കാരണം ഇപ്പോൾ നമുക്കറിയാം ഗ്ലോബൽ ഇതിൽ വന്നിട്ടുള്ള താരിഫ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റൈൽ മേഖല വളരെയധികം ചലഞ്ചസ്, ആ ചലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യാനാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ടെക്സ്റ്റൈൽ പാർക്ക് അപ്ഗ്രേഡേഷൻ, ലേബർ അപ്ഗ്രേഡേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. അതേപോലെ തന്നെ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിനുള്ള പദ്ധതികളുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ സ്പെഷ്യാലിറ്റി കെമിക്കൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രഖ്യാപനം വന്നത് വളരെയധികം സ്വാഗതാർഹമാണ്. ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്ക് ആ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. കാരണം മുമ്പും ഇതേപോലെ തന്നെ ആയിരുന്നു. വാജ്പേയി ഗവൺമെൻറ് സമയത്താണെന്ന് തോന്നുന്നു ഒരു ടെക്സ്റ്റൈൽ അപ്ഗ്രേഡേഷൻ ഫണ്ടൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ സെക്ടറിനെ അന്ന് റീമാപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് നമ്മൾ ഗ്ലോബലി ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ഗവൺമെൻറ് കൊടുക്കുന്ന ഈ സപ്പോർട്ട് തീർച്ചയായിട്ടും ഈ മേഖലയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനേക്ക് സഹായിക്കും. അപ്പോൾ ഇത് ഒരുപാട് അപ്ഗ്രേഡേഷൻസോ നമ്മളിപ്പോൾ വലിയൊരു ടെക്നോളജി അപ്ഗ്രേഡേഷൻസും ലേബറിൻ്റെ അപ്ഗ്രേഡേഷൻസും ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ആയിരിക്കും എടുക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും ഇതിൻ്റെ പ്രൈസുകളിലുള്ള മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഞാനൊരു പ്രൈസ് മൂവ്മെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് ഇതിന് ശേഷം പ്രൈസ് മൂവ്മെൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. കുറച്ച് ടൈം അതിന് കൊടുക്കുക. അതിന് ശേഷമായിരിക്കും ഈ കമ്പനികളിലെല്ലാം തന്നെ നമുക്ക് പ്രൈസ് മൂവ്മെൻറ്റ്സ് കാണാൻ കഴിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തായിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ അറിയേണ്ടതുണ്ട്. മാർക്കറ്റ്സിൻ്റെ ലെവൽസൊക്കെ തന്നെ ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നു, മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും മറ്റുമൊക്കെ ആയിട്ട് നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് ഇപ്പോൾ മുഹമ്മദ് സഫാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സഫാൻ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. സഫാൻ, നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇടിവ് ഏകദേശം 1.5% ആയിരിക്കുന്നു. നിഫ്റ്റി ബാങ്കും സമാനമായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. സെക്ടറൽ സൂചികൾ പരിശോധിക്കുകയാണെങ്കിലും ഒരു പോസിറ്റിവിറ്റി നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. എന്തൊക്കെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ? മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല സെൽ ഓഫ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം റീസെൻ്റ്ലി ഇങ്ങനെ ബജറ്റ് ഡേയ്സിൽ ഒരു സെൽ ഓഫ് നടന്നത് 2020 അത് ഫെബ്രുവരി 1 2020 ഒരു സെൽ ഓഫ് 2.51% സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായത്. അതിനുശേഷം മാർക്കറ്റിൽ നമുക്കൊരു വീക്ക്നെസ് തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. ഇന്നും അതുപോലെ 1%നും സെക്ടേഴ്സിലെല്ലാം നോക്കുകയാണെങ്കിൽ ഒരു ബ്ലീഡിംഗ് അറ്റ്മോസ്ഫിയർ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നു. ഒട്ടുമിക്ക സെക്ടേഴ്സിലെല്ലാം സെൽ ഓഫ് കാണാൻ സാധിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ഏകദേശം 1.17% ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ അതായത് നിഫ്റ്റി ഫിൻസർവിൽ സെൽ ഓഫ് ആണ്. അതുപോലെ FMCG, IT എല്ലാ മേഖലയിലും നമുക്കൊരു സെൽ ഓഫ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. സെക്ടോറിയൽ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഡിഫൻസ് ഇൻഡെക്സിലെല്ലാം എല്ലാവരും നല്ലൊരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്ത ഒരു മേഖലയായിരുന്നു. ഈ ഒരു മേഖലയിലും നല്ലൊരു സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. ഒട്ടുമിക്ക ഡിഫൻസ് ഓഹരികളിലെല്ലാം ഇന്നൊരു വീക്ക്നെസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മേഖലയിൽ അതായത് ഡിഫൻസ് മേഖലയിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സിനെ മാത്രം കൺസിഡർ ചെയ്യാമെന്നാണ് പല അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ് ആണ് ചാർട്ട് വൈസ് ഒരു പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഓവറോൾ ഒരു വീക്ക്നെസ് ഭാരത് ഇലക്ട്രോണിക്സിലും ഈ മണിക്കൂറിൽ നമുക്ക് സെൽ ഓഫ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് മാർക്കറ്റിൽ എന്നാൽ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് സെനാരിയിൽ നമുക്ക് സ്ട്രോങ് വാച്ച് ലിസ്റ്റ് ഉൾപ്പെടുത്താവുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ്. ഫോർ എക്സാമ്പിൾ വെർണോവ പോലുള്ള സ്റ്റോക്സ് എല്ലാം ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിൽ തന്നെയാണ് സ്റ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മേ ബി മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ആകുമ്പോൾ ഈ ഒരു ഇന്ന് വീക്ക്നെസ് കാണിക്കാത്ത സ്റ്റോക്സിലായിരിക്കും കൂടുതൽ അപ്സൈഡ് റാലി ഒരു മൊമെന്റം എക്സ്പെക്ട് ചെയ്യാവൂ എന്നതാണ് പല അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആഘാതം നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ പോലുള്ള അതായത് മെറ്റൽ സ്റ്റോക്സിലെല്ലാം കംപ്ലീറ്റ് സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. മാർക്കറ്റിലെ ഹിന്ദുസ്ഥാൻ കോപ്പർ, അതുപോലെ നാഷണൽ അലുമിനിയം, വേദാന്ത എന്നീ സ്റ്റോക്സിലെല്ലാം കംപ്ലീറ്റ്ലി സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ സ്മോൾ ക്യാപ് ഇൻഡെക്സിലും മിഡ് ക്യാപ് ഇൻഡെക്സിലും അതിന്റെ വീക്ക്നെസ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇന്നത്തെ ഇടിവ് വിലയിരുത്തി നമുക്കൊരു മാർക്കറ്റിന്റെ ട്രെൻഡ് കൺഫോർമേഷൻ ചെയ്യാൻ കഴിയില്ല. ലാസ്റ്റ് 11 ഇയേഴ്സായി മാർക്കറ്റിൽ നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതുപോലെ കൺസിഡറബിൾ മൂവ്മെന്റ്സ് സെൽ ഓഫ് നടന്നെങ്കിൽ പോലും നെക്സ്റ്റ് 3 days ആണ് ടു ഇമ്പോർട്ടൻറ്റ് എന്നതാണ്. മാർക്കറ്റിൽ നമുക്കറിയാം 2016, 2017, 2021 ഈ ദിവസങ്ങളിലെല്ലാം ബജറ്റിന് ശേഷം കണ്ടിന്യൂസ് 3 ദിവസം ഒരു പോസിറ്റീവ് ക്യാൻഡിൽ ഫോർമേഷൻ, അതിനുശേഷം ഒരു ഷോർട്ട് ടേം റാലി ആയിരുന്നു ഈ ഒരു മേഖലയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്.
എന്നാൽ 2020 മാത്രമാണ് ഒരു എക്സെപ്ഷൻ ഉള്ളത്. അത് അൺഎക്സ്പെക്റ്റഡ് ഈവന്റ് ആയ കൊറോണ ക്രാഷിനെ തുടർന്നായിരുന്നു അങ്ങനെ ഒരു സെൽ ഓഫ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. 2018, 2019, 2023 എന്ന ഇയേഴ്സിലെല്ലാം ബജറ്റ് ഡേയ്സിന് ശേഷം കണ്ടിന്യൂസ് 3 ഡേയ്സിൽ സെൽ ഓഫ് ക്യാൻഡിൽ ഫോം ചെയ്ത് മാർക്കറ്റ് ഒരു വീക്ക്നെസ്സിലേക്കാണ് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നെക്സ്റ്റ് 3 ഡേയ്സ് ആണ് ബജറ്റിന്റെ ട്രെൻഡ് കൺഫേം ചെയ്യുക എന്നതാണ് ലാസ്റ്റ് 11 ഇയേഴ്സിന്റെ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കറന്റ് മാർക്കറ്റ് നോക്കുമ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സിനുള്ള ഒരു ട്രാപ്പ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മാർക്കറ്റിൽ ഓവറാൾ സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. കണ്ടിന്യൂസ്, അതായത് ലോവർ ലെവലിന് നിഫ്റ്റിയിൽ നമുക്കറിയാം ലോവർ ലെവലിന് ഡിമാൻഡ് എടുക്കുന്നു, വീണ്ടും സെൽ ഓഫ്, അങ്ങനെ കണ്ടിന്യൂസ് സെൽ ഓഫ് ആണ് സ്മോൾ ആൻഡ് മിഡ് ക്യാപ് ഇൻഡെക്സിലെല്ലാം കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ഈ മണിക്കൂറിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലെ ഒട്ടുമിക്ക ഓഹരികളിലെല്ലാം സെൽ ഓഫ് ആണ്. ഇപ്പോൾ ഒരു സ്ട്രെങ്ത് കാണിക്കുന്ന ഓഹരി നോക്കുകയാണെങ്കിൽ 1.31% മുന്നേറ്റമാണ് വിപ്രോ കാണാൻ സാധിക്കുന്നത്. അതുപോലെ TCS, സൺഫാർമ, HDFC ബാങ്ക് എന്നിവയിലും ഈ ഒരു ഇടിവിലും സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ടോപ്പ് ലോസസ് നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചു മെറ്റൽ ഇൻഡെക്സിലെ ഒട്ടുമിക്ക, അതായത് നമുക്കറിയാം ലാസ്റ്റ് ടൈം മെറ്റൽ ഇൻഡെക്സിൽ ഒരു കറക്ഷൻ ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സെയിം സെനാരിയോ തന്നെയാണ് ഇന്നും കാണാൻ സാധിക്കുന്നത്. ഏകദേശം 4.73% സെൽ ഓഫ് ആണ് ഹിന്ദാൽക്കോയിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഭാരത് ഇലക്ട്രോണിക്സ് ആകട്ടെ 3.5% ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ശ്രീറാം ഫൈനാൻസ്, SBI ഓഹരികളിലും സെൽ ഓഫ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒട്ടുമിക്ക ബാങ്കിങ് ഓഹരികളിലെല്ലാം സെൽ ഓഫ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ടോപ്പ് ലോസസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ 5% സെൽ ഓഫ്, അതുപോലെ SBI, കനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നീ ബാങ്കിങ് ഓഹരികളിലെല്ലാം സെൽ ഓഫ്, അതായത് ടെക്നിക്കലി വീക്ക്നെസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ട്രെൻഡ് കൺഫർമേഷൻ വരും ദിവസങ്ങളിൽ, അതായത് മാർക്കറ്റ് ഒരു സെറ്റിൽ ചെയ്യണമെന്നാണ് പല അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ബജറ്റിൽ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു PSU ബാങ്ക്. പക്ഷേ PSU ബാങ്കിൽ കറന്റ് 3.81% സെൽ ഓഫ് ആണ്. അത് മാർക്കറ്റ് നല്ലൊരു നെഗറ്റീവ് ആയിട്ടാണ് റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മേഖലയിലെ ടോപ്പ് ലോസസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ഇന്ത്യ 6.62% സെൽ ഓഫ്, അതുപോലെ ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, SBI ഓഹരികളിലെല്ലാം സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ടെക്നിക്കൽ സ്റ്റേറ്റ്, അതായത് PSU ബാങ്ക് ഇൻഡെക്സ് അനലൈസ് ചെയ്യുമ്പോൾ സ്റ്റിൽ ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിൽ തന്നെയാണ് PSU ബാങ്ക് ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നത് പറയാൻ സാധിക്കും. ഈവൻ ഈ ഒരു കറക്ഷൻ സ്ട്രോങ് ഡിമാൻഡ് സോണിൽ നിന്നും ഡിമാൻഡ് എടുക്കുന്ന ഒരു ക്യാൻഡിൽ ഫോർമേഷൻ, അതായത് ലോവർ ലെവലിന് ഡിമാൻഡ് എടുക്കുന്ന ഒരു ക്യാൻഡിൽ ഫോർമേഷൻ ആണ് PSU ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത്. 8578 എന്നത് നിയർ ടേം ഡിമാൻഡ് സോണായി ഈ ഒരു മേഖലയിൽ ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു ലെവലിൽ നിന്ന് റീടെസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. മെറ്റൽ ഇൻഡെക്സിലാണ് നമുക്ക് റീസെന്റ് ഹയർ ലെവലിൽ കണ്ടിന്യൂസ് സബ്സെറാലായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നും ഒരു സെൽ ഓഫ്, ഒരു ഗ്യാപ് ഡൗണിന് ശേഷമുള്ള ഒരു സെൽ ഓഫ് ആണ് മെറ്റൽ ഇൻഡെക്സിൽ ഫോം ചെയ്തിട്ടുള്ളത്. ഓട്ടോ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ 1.25% സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആഘാതം നമുക്കറിയാം സ്മോൾ ക്യാപ് ഇൻഡെക്സിലെയാണ് കൂടുതൽ വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. സ്മോൾ ക്യാപ് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റിലും ഒരു നെഗറ്റീവ് റിഫ്ലക്ഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 18,000 എന്നത് ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു സപ്ലൈ സോണായി ആക്ട് ചെയ്ത് കണ്ടിന്യൂസ് ബിയറിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ആയിരുന്നു റീസെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നും ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്തെങ്കിൽ പോലും ഒരു സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. റീസെന്റ് ബോട്ടം ലെവലിലെല്ലാം ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആയ മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് സസ്റ്റെയിൻ ചെയ്യാൻ ഇന്ന് ഈ മേഖലയ്ക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു മേഖലയിൽ ഒരു ട്രെൻഡ് കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ 18,000 എന്ന നിയർ ടേം ഹഡിൽ മറികടക്കണമെന്നാണ് പല അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. സ്മോൾ മിഡ് ക്യാപ് ഇൻഡെക്സ് നോക്കുമ്പോൾ മിഡ് ക്യാപ് ഇൻഡെക്സിലും കറന്റ് ഒരു സെൽ ഓഫ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. റീസെന്റ് നമുക്കറിയാം 20th ജനുവരിയിലാണ് ഒരു ബ്രേക്ക് ഡൗൺ, അതായത് ഇമ്പോർട്ടൻ്റ് ലെവലിൽ നിന്നൊരു സെൽ ഓഫ് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. അതിനുശേഷം ഈ 58,831 എന്ന മേഖല മറികടക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന മിഡ് ക്യാപ് ഇൻഡെക്സിനെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. സെയിം സെനാരിയോ തന്നെയാണ് ബഡ്ജറ്റ് ഡേയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ 58,831 എന്ന മേഖല മറികടന്ന ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രമേ മിഡ് ക്യാപ് ഓഹരികളിൽ ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവൂ എന്നതാണ് പല അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തതായി മീഡിയ സെക്ടറിൽ, അത് ടെക്നിക്കലി വീക്ക് സെയിൽ ട്രേഡ് ചെയ്യുന്ന മീഡിയ സൂചികയുടെ ഇന്നത്തെ ക്യാൻഡിൽ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ സെൽ ഓഫ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 1% ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. മീഡിയ ഓഹരികളിലെല്ലാം നമുക്കറിയാം സരിഗമ പോലുള്ള ഓഹരികളിലെല്ലാം ഹയർ ലെവലിൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആയിരുന്നു റീസെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പോക്കറ്റ് പിവറ്റ് വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒട്ടുമിക്ക മീഡിയ സൂചികയിലെ ഓഹരികളിലും കണ്ടിന്യൂസ് ലോവർ ഹൈ പാറ്റേൺ ആണ് കാണാൻ സാധിക്കുന്നത്. കറന്റ് മീഡിയ സൂചിക അതിന്റെ ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 1480 എന്ന ഹഡിലെങ്കിലും മറികടക്കണം എന്നാണ് പല അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തതായി മറ്റൊരു ട്രെൻഡിംഗ് മേഖലയായ ഓട്ടോ മേഖലയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സിൽ MRF 0.59% മുന്നേറ്റം രേഖപ്പെടുത്തുമ്പോൾ ഹീറോ മോട്ടോ കോർപ്പിലും നേരിയ തോതിലുള്ള മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്.
ഈ ഒരു മേഖലയിലെ ടോപ്പ് ലോസസ് അനലൈസ് ചെയ്യുമ്പോൾ ബജാജ് ഓട്ടോ 1.5% സെൽ ഓഫ്, അശോക് ലേലാൻഡ് 1.64% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഇടിവിലും സസ്റ്റെയിൻ ചെയ്ത ഓഹരിയായിട്ടാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. കാരണം നമുക്കറിയാം അശോക് ലേലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി അപ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്, ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റ് സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റാലി കണ്ടിന്യൂഷൻ ഉള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. മേ ബി നെക്സ്റ്റ് 3 ഡേയ്സിൽ മാർക്കറ്റ് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അശോക് ലേലാൻഡ് വീണ്ടും ന്യൂ ഹൈ രേഖപ്പെടുത്താനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ അപ്പോളോ ടയേഴ്സ് 0.23% സെൽ ഓഫ്, ടി വി എസ് മോഡലും 1.18% ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഓവറോൾ മാർക്കറ്റിന്റെ ഒരു അറ്റ്മോസ്ഫിയർ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലീഡിംഗ് അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു മേഖല. അത് അടുത്തതായി റിലയൻസ് ഇൻഡസ്ട്രീസിനെ അനലൈസ് ചെയ്യുമ്പോൾ 1.1% ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം കറന്റ് ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ട് സോണിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് 1389, 1364 എന്ന സോൺ ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ട് സോണാണ്. ഈ സോണിൽ ഒരു പ്രോപ്പർ വോളിയം ബിൽഡപ്പ് ക്യാൻഡിൽ സ്റ്റിൽ ഫോം ചെയ്തിട്ടില്ല. ഇന്നും ഒരു വീക്ക്നെസ് തന്നെയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിനെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വീക്കിൽ ഈ ഒരു റിലയൻസ് ഇൻഡസ്ട്രീസ് ഈ ഒരു സപ്പോർട്ട് ലെവൽ അതായത് 1364, 1389 എന്ന റേഞ്ച് ഹോൾഡ് ചെയ്യുക എന്നത് ക്രൂഷ്യലാണ്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു പ്രോപ്പർ റീകവറി ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച GE വെർണോവ കറന്റ് ഒരു പോസിറ്റീവാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ലോവർ ലെവലിന്റെ ഡിമാൻഡ് എടുക്കുന്ന ഒരു ക്യാൻഡിൽ ഫോർമേഷൻ, അതായത് മാർക്കറ്റിൽ നമുക്കറിയാം ഓവറോൾ ഒരു സെൽ ഓഫ് ആണ് ഒട്ടുമിക്ക മേഖലയിലും കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും പോലും അതിന്റെ സ്ട്രെങ്ത് കാണിക്കാൻ അപൂർവമായിട്ടാണ് ഇങ്ങനെ മാർക്കറ്റിൽ സെൽ ഓഫിലും ചില സ്റ്റോക്സിൽ നമുക്ക് സ്ട്രെങ്ത് കാണാൻ സാധിക്കുന്നത്. അങ്ങനത്തെ സ്റ്റോക്സിലെയാണ് പിന്നെ അതൊരു വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ടെക്നിക്കലി ഒരു ബേസ് ഫോം ചെയ്ത് കണ്ടിന്യൂസ് അപ്സൈഡ് റാലി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല അനലിസ്റ്റുകളും ഇന്നത്തെ ഡേ നല്ലൊരു സെൽ ഓഫ് നടന്നെങ്കിൽ പോലും സസ്റ്റെയിൻ ചെയ്യുന്ന ഓഹരികളെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. അതായത് പ്രോപ്പർ ടെക്നിക്കലി സ്റ്റേറ്റ് ഹയർ ലെവലിൽ ബേസ് ഫോം ചെയ്യുന്ന സ്റ്റോക്സിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് പല അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. അടുത്തതായി മറ്റൊരു ട്രെൻഡിങ് മേഖലയായ ഫൈനാൻഷ്യൽ സർവീസസ് മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ ആ മേഖലയിലും ഇന്ന് സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ 26,910, 26,734 എന്ന സോൺ ഹോൾഡ് ചെയ്യുക എന്നത് ഈ ഒരു ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. അല്ലാത്ത പക്ഷം ഒരു വീക്ക്നെസ്സിനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. യെസ്, ഇവയൊക്കെയാണ് നമുക്ക് ഓവറോൾ മാർക്കറ്റ് അറ്റ്മോസ്ഫിയർ ആയി പങ്കുവെക്കാനുള്ളത്. സഫാൻ ആയിരുന്നു ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടായിരുന്നത്. സഫാൻ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും ഇന്ത്യൻ ഇക്കോണമി എങ്ങനെയാണ് ഈ ഒരു ബജറ്റ് ലോങ് ടേമിൽ എഫക്റ്റ് ചെയ്യുക എന്ന് നോക്കാം. നമ്മളോടൊപ്പം ചേരുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ഫോർമർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള മിസ്റ്റർ KA ബാബു സാറും അതിനോടൊപ്പം തന്നെ ക്യുസാറ്റിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അപ്ലൈഡ് എക്കണോമിക്സിലെ എമിറേറ്റസ് പ്രൊഫസർ ആയിട്ടുള്ള ഹരികുമാർ സാറുമാണ് ജോയിൻ ചെയ്യുന്നത്. സർ വെൽക്കം. സർ, ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബജറ്റിന് എത്ര മാർക്ക് കൊടുക്കും? ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ബജറ്റിൽ മാർക്ക് കൊടുക്കുന്നതിനേക്കാൾ മുൻപായിട്ടുള്ള എൻ്റെ റിമാർക്സ് ഒരു എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ബജറ്റ് അല്ല എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരു 60%-നൊക്കെ താഴെയുള്ളൊരു റേറ്റിംഗ് ആണ് ബജറ്റിന് കൊടുക്കാൻ സാധിക്കുന്നത്. ഓക്കെ സാർ, ഹരികുമാർ സാറിൻ്റെ ഒരു വ്യൂ എങ്ങനെയാണ്? ഈ ബജറ്റ് വരുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ തന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പല കാരണങ്ങളുണ്ട്. ഒരു എക്കോണമിയെ എങ്ങനെ ചലിപ്പിക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എങ്ങനെ ഈ വ്യാപാരം അല്ലെങ്കിൽ ആ കച്ചവടം നടത്തുവാനായിട്ട് ജനങ്ങളിലേക്ക് പൈസ എങ്ങനെ എത്തിക്കും എന്നുള്ള ഒരെണ്ണമാണ് ഇക്കോണമിയെ ചലിപ്പിക്കുക എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ അത് മുന്നോട്ട് പോകുകയുള്ളൂ, ഇക്കോണമി ചലിക്കുകയുള്ളൂ. ആ ചലനം കിട്ടുവാനായിട്ട് ഇതിനകത്ത് എന്ത് ഉണ്ട് എന്ന് നോക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ സാധാരണക്കാരന് ക്രയവിക്രയം ചെയ്യാനായിട്ടുള്ള കാര്യമായ ഒരു സ്കീമുകളും ഇതിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. ഇതിന് ഒരു പശ്ചാത്തലങ്ങൾ പലതും ഉണ്ടാകുമായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ബജറ്റിനെ റാങ്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ 50%-ൽ കൂടുതൽ ഒട്ടും കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, യാതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. സർ, അതിൽ നിന്ന് നമുക്ക് ബാങ്കിങ്ങിൻ്റെ ഒരു ഇതിലേക്ക് വരാം. ബാങ്കിങ്ങിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഒരുപാട് പ്രതീക്ഷകൾ ഈ ഒരു ബജറ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ചും ബാങ്കിങ് മേഖല ഒരു റിഫോമിംഗ് ബില്ല്, അതിനോടൊപ്പം തന്നെ നിലവിൽ ബാങ്കുകൾ നേരിടുന്ന ഈ ഒരു RBI റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചപ്പോഴത്തേനും ഇവർ ധാരാളം സമ്മർദ്ദങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അസറ്റ് ക്വാളിറ്റി അടക്കം ഒരു ഇംപ്രൂവ്മെൻറ്റ് നടത്താൻ വേണ്ടുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഈ ഒരു ബജറ്റ് പരിശോധിക്കുമ്പോഴേക്കും അത്തരം മേഖല വളരെ ഡീപ്പായിട്ടൊന്നും തന്നെ പോയിട്ടില്ല. മാത്രമല്ല ധനമന്ത്രിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും
വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഇന്ത്യൻ ബാങ്കിങ് സംവിധാനത്തെ കണ്ടിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടൊരു ബാലൻസ് ഷീറ്റാണ്. സോ പൊതുവെ ഓവറോൾ പരിശോധിക്കുമ്പോഴേക്കും ബാങ്കിങ് മേഖലയെ എങ്ങനെയാണ് ഈ ഒരു ബജറ്റ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്? ഫിനാൻസ് മിനിസ്റ്ററുടെ പ്രഖ്യാപനങ്ങളിൽ തുടക്കത്തിൽ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ വളരെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ബാങ്കിങ് മേഖല വളരെ സ്റ്റേബിളാണ്, റെസീലിയൻ്റ് ആണ് എന്നുള്ള ഒരു വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു നോട്ടോട് കൂടെയാണ് ഈ ബജറ്റിൻ്റെ പ്രഖ്യാപനങ്ങൾ തുടക്കം കുറിച്ചത് തന്നെ. ആ ഒരു ഒബ്സർവേഷനിൽ ശരിയാണ് താനും. ബാങ്കിങ് മേഖല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കഴിഞ്ഞ വർഷങ്ങളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ബാങ്കിങ് മേഖല തീർച്ചയായിട്ടും സ്റ്റേബിളാണ്, റെസീലിയൻ്റ് ആണ്, ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. അത് പ്രധാനമായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എൻ്റെ കാര്യത്തിൽ ബാങ്കുകളുടെ റോൾ നേരത്തേക്കാൾ വിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ബാങ്കുകളുടെ അസറ്റ് ക്വാളിറ്റി, പ്രത്യേകിച്ചും ലോൺ ബുക്കിൻ്റെ ക്വാളിറ്റിയിൽ നേരത്തേക്കാൾ വിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രി ആവറേജ് ഇപ്പോൾ ബാങ്കുകളുടെ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത് 2% താഴെ നിൽക്കുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ശരിയാണ്, ബാങ്കുകളുടെ പ്രവർത്തനത്തിൽ അതിൻ്റേതായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ബാങ്കിങ് മേഖല, ബാങ്കിങ് ഇൻഡസ്ട്രി ആകമാനം നോക്കുന്ന സമയത്ത് ഒരു പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു സ്റ്റെബിലിറ്റിയും റെസീലിയൻസും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ബാങ്കിങ് ഇൻഡസ്ട്രി ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഇന്നത്തെ ചില വെല്ലുവിളികളുണ്ട്, ചില ചലഞ്ചസ് ഉണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നമ്മുടെ ഇന്നത്തെ യൂണിയൻ ബജറ്റിൽ ഉണ്ടാവുമെന്ന് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ബാങ്കുകളുടെ ക്രെഡിറ്റ് ഡിപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ക്രെഡിറ്റ് ഗ്രോത്ത് ബാങ്കുകൾക്ക് ഇപ്പോൾ ഉണ്ട്. ഏകദേശം ഒരു 12% ക്രെഡിറ്റ് ഗ്രോത്ത് ബാങ്കുകൾക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ബാങ്കുകളുടെ ക്രെഡിറ്റ് ഗ്രോത്ത് അതിനേക്കാൾ അല്പം ഒരു മുന്നിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ ആ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകളുടെ ഫണ്ടിങ് അല്ലെങ്കിൽ റിസോഴ്സ് മൊബിലൈസേഷൻ ആംഗിളിൽ ബാങ്കുകൾക്ക് കൂടുതലായിട്ടൊരു സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നുള്ളതായിരുന്നു ബാങ്കിങ് ഇൻഡസ്ട്രി പൊതുവെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രഖ്യാപനം. അത് ഇന്നത്തെ ബജറ്റിൽ ആ രീതിയിലുള്ള ഒരു തീരുമാനങ്ങളൊന്നും കൂടുതലായിട്ട് ബാങ്കിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിട്ടില്ല. ബാങ്കിൻ്റെ റിസോഴ്സ് മൊബിലൈസേഷൻ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് മൊബിലൈസേഷനിൽ ബാങ്കുകൾ ഇപ്പോഴും ഒരു 2 ഡിജിറ്റിന് താഴെ നിൽക്കുന്ന 9%, 9.5% അല്ലെങ്കിൽ 10% താഴെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്, 9.5, 9.7 അല്ലെങ്കിൽ 10%. അപ്പോഴും 12.5%, 13% എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു റിസോഴ്സ് മൊബിലൈസേഷന് ബാങ്കുകൾക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, പോളിസി റേറ്റുകൾ, റിപ്പോ റേറ്റ് എല്ലാം താഴേക്ക് വരുന്ന സാഹചര്യത്തിൽ ബാങ്കുകളുടെ ലോണുകളുടെ ലെൻഡിങ് റേറ്റുകൾ താഴേക്ക് വരികയാണ്. അത് തീർച്ചയായിട്ടും ഒരു ക്രെഡിറ്റ് ഡിപ്ലോയ്മെൻറ്റിനെയും ഗ്രോത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഡിസിഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇൻഫ്ലേഷൻ എല്ലാം താഴെ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു തീരുമാനം എടുത്തത് തീർച്ചയായിട്ടും ഉചിതം തന്നെയാണ്. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് ബാങ്കുകളുടെ ലെൻഡിങ് റേറ്റുകൾ താഴേക്ക് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ബാങ്കുകളുടെ മേലെയുള്ള മറ്റൊരു സമ്മർദ്ദം ബാങ്കുകളുടെ ഡെപ്പോസിറ്റിന് നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റുകൾ, പ്രത്യേകിച്ചും കാലാവധി ഡെപ്പോസിറ്റ് നൽകുന്ന പലിശ ശതമാനം താഴേക്ക് കൊണ്ടുവരേണ്ട ഒരു കമ്പൽഷൻസ് ബാങ്കിനുണ്ട്. അങ്ങനെ വീണ്ടും താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ബാങ്കുകളുടെ റിസോഴ്സ് മൊബിലൈസേഷനെ അത് വീണ്ടും ഒരു സ്ട്രെസ്സിലേക്ക് കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ രീതിയിലുള്ള ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സേവിങ്സ് പുതിയ ജനറേഷൻ ആവട്ടെ അല്ലെങ്കിൽ നിലവിലുള്ള എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആവട്ടെ, അവരെല്ലാം കൂടുതലായിട്ട് ഈ മ്യൂച്വൽ ഫണ്ടിനെയും സ്റ്റോക്ക് മാർക്കറ്റിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് കൂടുതൽ ഡിപ്ലോയ്മെൻറ്റ് കൊണ്ടുപോകുമ്പോൾ, ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ മീറ്റ് ചെയ്യാനുള്ള ആ ചലഞ്ചിനെ മീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബാങ്കുകളുടെ റോൾ വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കുകളിൽ നിന്നുള്ള റിട്ടേണോ അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ സേവിങ്സിനുള്ള ഒരു അട്രാക്ഷൻ ബാങ്കുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തേ പറ്റൂ. അതിന് സപ്പോർട്ടീവായിട്ടുള്ളൊരു സംവിധാനം ഈ ബജറ്റിലും ഉണ്ടായില്ല എന്നുള്ളത് ഒരു ബാങ്കിങ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചായിരിക്കാം. ഇതാണ് ഒരു വിഷയം ബാങ്കുകൾക്ക് ഈ ഒരു ബജറ്റിൽ നിന്ന് കിട്ടാതിരുന്നൊരു കാര്യം. മറ്റൊന്ന്, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ബാങ്കുകളുടെ അസറ്റ് ക്വാളിറ്റി ബാങ്കിങ് ഇൻഡസ്ട്രിയിലാകമാനം നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, പ്രത്യേകിച്ച് നമ്മൾ ഈ MFI മൈക്രോ ഫിനാൻസ് മൂലമായി ഏരിയയിലെല്ലാം ബാങ്കുകളുടെ ആ ഒരു ചലഞ്ച് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്.
നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, റിസർവ് ബാങ്കിൻ്റെ ഒരു പോളിസി അവലോകനത്തിൽ തന്നെ പറഞ്ഞിരുന്നത് ഇതൊരു സ്ട്രക്ചറൽ ഡിഫിക്കൽട്ടി അല്ല, ഇതൊരു സൈക്ലിക്കൽ ഡിഫിക്കൽട്ടിയാണ്. ഒരു ക്വാർട്ടർ കൊണ്ടോ 2 ക്വാർട്ടർ കൊണ്ടോ ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം. അതുപോലെ തന്നെ മറ്റു രീതിയിലേക്കുള്ള അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിനും നമുക്കത് സാധിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും പല ബാങ്കുകളും ഈ ഒരു അസറ്റ് ക്വാളിറ്റി സ്ട്രഗിളിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കൂടുതലായിട്ടുള്ള ഒരു അഡീഷണൽ ആയിട്ടൊരു സപ്പോർട്ടിംഗ് സംവിധാനം നമ്മുടെ ഒരു ഫിസ്ക്കൽ പോളിസി വഴി ബാങ്കുകൾ പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ സെക്യൂരിറ്റേഷൻ മൂലമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡറി നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ സെക്കൻഡറി മാർക്കറ്റിലേക്കുള്ള ഒരു അഡീഷണൽ സപ്പോർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു പ്രതീക്ഷ ബാങ്കിങ് ഇൻഡസ്ട്രിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും ഈ ഒരു ബജറ്റിൽ അങ്ങനെ പുതുതായിട്ടൊരു ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ ഡിജിറ്റൽ ഫൈനാൻസിങ് എന്നുള്ള രീതിയിൽ വളരെ വളരെ അഗ്രസീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഏരിയ ആണ്. സൈബർ സെക്യൂരിറ്റിയിൽ എടുക്കേണ്ട മെഷേഴ്സ് വളരെ അഗ്രസീവായിട്ട് ഫ്രോഡുകൾ നടക്കുന്നു. പൊതുജനങ്ങൾ പൊതുവെ ഇടപാടുകാരാകട്ടെ എല്ലാവരും ആവട്ടെ ഈ സൈബർ സെക്യൂരിറ്റി രീതിയിലുള്ള ഇത്രയും ഒരു ത്രെട്ടുകൾ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യാൻ പോകുന്നു, അതിലേക്കുള്ള കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ടോ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ മെഷേഴ്സ് വരുന്നുണ്ടോ എന്നൊക്കെ ഉറ്റുനോക്കുന്ന ഒരു ബജറ്റും കൂടി ആയിരുന്നു ഇന്നത്തെ ബജറ്റ്. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്കൊന്നും വളരെ ഒരു ടച്ച് ചെയ്യുന്ന രീതിയിലേക്കുള്ളൊരു പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകാതിരുന്നത് കൊണ്ടും ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം, ബാങ്കിങ് ഇൻഡസ്ട്രി സംബന്ധിച്ചിടത്തോളം വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇന്നത്തെ ബജറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പൊതുവെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെ ആയിരിക്കും ഒരു പക്ഷേ ബാങ്കിങ് ഇൻഡെക്സിൽ പൊതുവെ ഇൻഡെക്സിൽ കാണുന്ന അതുപോലെ തന്നെ ബാങ്കിങ് ഇൻഡെക്സിലും ആ ഒരു ചലഞ്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ബാങ്കിങ്ങിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതീക്ഷയിൽ നിന്ന് ഉണ്ടാവാതിരുന്ന ഒരു ചലഞ്ചസ്. അതേസമയം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, തീർച്ചയായിട്ടും ബാങ്കിങ് രംഗത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബജറ്റിൽ അതിനനുസരിച്ചുള്ള അനൗൺസ്മെൻറ്റുകൾ ഉണ്ട് താനും. പ്രത്യേകിച്ച് ലെൻഡിങ് ഏരിയയിൽ ബാങ്കുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് താനും. നമുക്ക് അതിലേക്ക് വരാം. ഹരിസാറിലേക്ക് വരാണ്. ഹരിസാർ, ഇപ്പം നമുക്ക് നോക്കുമ്പം ഒറ്റ നോട്ടം നോക്കുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങളോ അങ്ങനെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ്സോ ഒന്നുമില്ല. പക്ഷേ ക്യാപെക്സിലേക്ക് വരുമ്പോഴേക്കും 9% കഴിഞ്ഞ വർഷത്തെ ഒരു ബജറ്റിൽ നിന്നും ഏകദേശം ഒരു 9% ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വർധനവ് വരുത്താനായിട്ട് ഇപ്പോൾ നിർമ്മല സീതാരാമൻ തയ്യാറായിട്ടുണ്ട്. 12.2 ലക്ഷം കോടി രൂപയാണ് ക്യാപെക്സ് ആയിട്ട് ഇപ്പോൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഇക്കോണമിക്ക് ഒരു ബൂസ്റ്റിംഗ് തന്നെയല്ലേ? ക്യാപെക്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ഇക്കോണമിയിൽ ചലിപ്പിക്കുന്നതാണ്, അതിന് യാതൊരു സംശയവും ഇല്ല. നമ്മൾ ക്യാപെക്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്യാപെക്സിൽ പോകണ അതിൻ്റെ എക്സ്പെൻഡിച്ചർ റൂട്ട്, അതിൻ്റെ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് പോയിരിക്കുന്നത് എന്ന് നോക്കുകയാണ് എങ്കിൽ ഈ കൂടുതൽ പ്രോജക്റ്റുകൾ കയറി വരുന്നു എന്നുള്ളത് ശരിയാണ് ക്യാപെക്സ് ഉപയോഗിച്ച്. പക്ഷേ ഈ തുടങ്ങി വച്ചിരിക്കുന്ന പ്രോജക്റ്റുകളൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ടാണ് നിൽക്കുന്നത്. അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു മെഷറും ഇതിനകത്ത് കാണുന്നില്ല. കേരളത്തിലെ സംബന്ധിച്ച് മാത്രം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം, നമ്മുടെ നാഷണൽ ഹൈവേ 66 എന്ന് പറയുന്ന 66 എന്ന് പറയുന്ന ഈ വർഷം കമ്മീഷൻ ചെയ്യും എന്ന് പറഞ്ഞതാണ്. ഈ വർഷമില്ല, അടുത്ത വർഷമില്ല, അതിൻ്റെ അടുത്ത വർഷത്തേക്ക് പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ക്യാപെക്സിൻ്റെ എക്സ്പെൻഡിച്ചർ. ഇനി ക്യാപെക്സ് കൊണ്ട് പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ വരും. ഒരു ഉദാഹരണം മാത്രം ഞാൻ എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ക്യാപെക്സ് എപ്പോഴും കൂടി ഇൻക്രീസ് ചെയ്യുന്നത് ഇക്കോണമിക്ക് നല്ലതാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. അതിൻ്റെ ഫണ്ടിങ് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇക്കോണമിയിൽ അതിൻ്റെ ഇതാണ്. എന്താ വെച്ചാൽ ഇത് പോകുന്നത് അടിസ്ഥാന വികസനത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനാണ് കൂടുതലും പോകുന്നത്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടുതൽ ഡെവലപ്മെൻറ്റാണ് ഗ്രോത്തിന് സപ്ലിമെൻറ്റ് ചെയ്യുക, ഗ്രോത്തിനെ എൻകറേജ് ചെയ്യുക എന്നാണ്, ഇക്കണോമിക് ഗ്രോത്തിനെ എൻകറേജ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ക്യാപെക്സിനോടുള്ളൊരു സമീപനത്തിന് സ്വാഗതാർഹമാണ്. സർ, ഇപ്പോൾ ക്യാപെക്സിന് നമുക്ക് ബാങ്കിങ്ങിലേക്ക് വരാം. ക്യാപെക്സ് ഒരു പക്ഷേ വരുമ്പോഴേക്കും, കാരണം ക്യാപെക്സ് കൂടുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് കൂടുതലായിട്ട് ഇക്കോണമിയിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ബാങ്കുകൾക്കൊരു ലെൻഡിങ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് വരുന്നത്. സോ ആ ഒരു ആംഗിളിൽ എങ്ങനെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ബാങ്കിങ് സെക്ടറിനെ കാണുന്നത്? അത് ശരിയായിട്ടൊരു ഒബ്സർവേഷനാണ്. ഇപ്പം എത്രമാത്രം നമുക്ക് ക്യാപെക്സിൻ്റെ ഏരിയയിലാവട്ടെ അല്ലെങ്കിൽ മറ്റു രീതിയിലാവട്ടെ സ്പെൻഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആ രീതിയിൽ നടക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഇക്കണോമിക് ആക്ടിവിറ്റി നമ്മുടെ സാമ്പത്തിക രംഗത്ത് കൂടുതലായിട്ടുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുള്ള 11.21 lakh crore എന്ന് പറയുന്ന ഒരു ഔട്ട്ലൈയിൽ നിന്ന് ആണ് നമ്മൾ ഏകദേശം ഒരു 7% GDP-യിലേക്ക് ഈ വർഷം എത്തുമെന്ന് ഇന്നത്തെ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ
ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ 7%-ലേക്ക് GDP എത്തിയേക്കാം വന്നത്. നമുക്ക് നമ്മുടെ ഇക്കണോമിക് സർവേ റിപ്പോർട്ട് 2 ദിവസം മുൻപ് വന്നപ്പോഴും പറഞ്ഞിരുന്നു ഏകദേശം അത് 6.8 മുതൽ 7.2 വരെ എത്താം, അല്ലെങ്കിൽ 7%, ആ ഒരു റേഞ്ചിലായിരിക്കും നമ്മുടെ GDP ഗ്രോത്ത് എത്തുക എന്നൊരു എസ്റ്റിമേറ്റ് പറഞ്ഞിരുന്നു. ഏകദേശം ഇന്നത്തെ ബജറ്റിലും നമ്മുടെ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നതും 7% GDP നമ്മൾ ക്ലോസ് ചെയ്തേക്കാമെന്നാണ്. ഈ 7% GDP ക്ലോസ് ചെയ്യുന്നത് നമ്മുടെ ഈ സാമ്പത്തിക രംഗത്തുണ്ടാവുന്ന ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ കൊണ്ടും, പ്രൊഡക്ഷൻ കൊണ്ടും, സർവീസ് കൊണ്ടും, മാനുഫാക്ചറിങ് കൊണ്ടും, കാർഷികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും ഒക്കെയാണ് ഈ ഒരു GDP-യിലേക്ക് നമ്മൾ ടോട്ടലായിട്ടുള്ള നമ്പറിലേക്കും പെർസെൻറ്റിലേക്കും എത്തിച്ചേരുന്നത്. അതുകൊണ്ട് നമ്മൾ 11.21 lakh crores ആയിരുന്ന കഴിഞ്ഞ വർഷത്തെ CapEx ഔട്ട്ലേ ഈ വർഷം അതിൻ്റെ നോർമൽ ഗ്രോത്താണ് ഈ വർഷവും പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 9% ഗ്രോത്ത് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഇത്തവണ 12.2 ലക്ഷം കോടി രൂപയാണ് ഇത്തവണ നമ്മൾ CapEx-ലേക്ക് ഔട്ട്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നോർമൽ ഗ്രോത്ത് ഇത്തവണയും നമ്മൾ അങ്ങനെ ഔട്ട്ലേ കൊടുത്തിട്ടുണ്ട് ബജറ്റിൽ. അപ്പോൾ അതനുസരിച്ചുള്ള ആക്ടിവിറ്റീസ്, റോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും, നേരത്തെ സാർ സംസാരിച്ചതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യത്തിലാണെങ്കിലും, മറ്റ് എയർപോർട്ടുകളുടെ വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഷിപ്പ് യാർഡ് വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളിലേക്ക് എത്രമാത്രം ഒരു ഡിപ്ലോയ്മെൻറ്റ് വരുന്നോ, ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നോ, ആ രീതിയിൽ എന്തുമാത്രം വികസനങ്ങൾ വരുന്നോ അവിടെയെല്ലാം തന്നെ ബാങ്കിൻ്റെ ഒരു ലെഗ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത് CapEx-ൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫിസ്ക്കൽ ബജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഇതെല്ലാം നടത്തിയെടുക്കാനായിട്ട് ഒരു സ്വകാര്യ സംരംഭകരുടെയും കൂടെ ഒരു പാർട്ടിസിപ്പേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ആ സ്വകാര്യ സംരംഭകരുടെ പാർട്ടിസിപ്പേഷൻ്റെ കാര്യത്തിൽ അവിടെ തീർച്ചയായിട്ടും അവർക്ക് കൂടുതലായിട്ടുള്ളൊരു ബാങ്ക് ക്രെഡിറ്റ് ലിങ്ക്, ബാങ്ക് വായ്പയുടെ ഒരു ലിങ്ക് അവർക്കുണ്ടാവും. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതോടൊപ്പം തന്നെ ഇത് CapEx-ൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തവണയും ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങളിൽ ബാങ്ക് വായ്പകൾക്കുള്ള അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മളോട് പറഞ്ഞിരിക്കുന്ന മാനുഫാക്ചറിങ് 7 സെക്ടേഴ്സിൽ കൂടുതലായിട്ടുള്ള ത്രസ്റ്റ് കൊടുക്കുമെന്നാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ത്രസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഫാർമ സെക്ടറാണ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ ഇൻഡെക്സിൽ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ഫാർമ സെക്ടറിലേക്ക് അത്രമാത്രം ഒരു ത്രസ്റ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ആ ഏരിയയിലേക്ക് കൂടുതൽ ഡിപ്ലോയ്മെൻറ്റിനുള്ള, അല്ലെങ്കിൽ ആ ഏരിയയിൽ കൂടുതൽ ക്രെഡിറ്റിനുള്ള ഡിമാൻഡ് കൂടുതൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയായിരിക്കും ബാങ്കുകൾ കാണുന്നത്. അതുപോലെ തന്നെ ലെഗസി ഇൻഡസ്ട്രീസിനെ പോലുള്ള MSC ലെഗസി ഇൻഡസ്ട്രീസിനെ നമ്മൾ റിജ്യൂനേറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള പ്രോഗ്രാംസിലേക്കുള്ള അനൗൺസ്മെൻ്റ് ഉണ്ട്. അത് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ലെൻഡിങ് ഓപ്പർച്യൂണിറ്റി അവിടെയും ക്രിയേറ്റ് ചെയ്യും. MSME എപ്പോഴും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഏരിയയാണ്. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഈ താരിഫിൻ്റെ ചലഞ്ചസ് എല്ലാം വന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എക്സ്പോർട്ടിനെ നമുക്കൊരു വെല്ലുവിളിയൊക്കെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളൊരു മേജർ എക്സ്പോർട്ട് ചെയ്യുന്നൊരു ഏരിയയാണ് US-ൻ്റെ താരിഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു ചലഞ്ച് അവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നതിൽ നിന്ന് മാറ്റി ഇപ്പോൾ ഇക്കണോമിക് സർവേ വന്നപ്പോൾ സ്വദേശി എന്ന് പറയുന്ന ഒരു പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കും. പുതിയതല്ല, പക്ഷെ എന്നാൽ പോലും അതിനെ ഒന്നുകൂടെ റീഇൻഫോഴ്സ് ചെയ്യുന്ന രീതിയിലേക്ക് സ്വദേശി എന്ന് പറയുന്ന ഒരു ഇത് കൊണ്ട്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും നമ്മൾ സംസാരിച്ചിരിക്കുന്നത് നമ്മൾ വലിയ വമ്പൻ കോർപ്പറേറ്റുകളിലെ മാത്രമല്ല നമ്മൾ ഇന്ത്യയുടെ ആ ഒരു സ്വദേശി അല്ലെങ്കിൽ ഒരു സെൽഫ് ഡിപ്പെൻഡൻസിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ പ്രൊഡക്ഷൻ ഡൊമസ്റ്റിക് ഡിമാൻഡ് കൂടുന്നതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനും കൂട്ടണം, എംപ്ലോയ്മെൻറ്റ് കൂട്ടണം. ഈ രീതിയിലൊക്കെ MSME-കളുടെ അല്ലെങ്കിൽ MSME-കളുടെ എല്ലാം തന്നെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടേക്ക് കൂടുതലായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സംവിധാനം ഈ ബജറ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. വളരെ ലാർജ് നമ്പേഴ്സ് എന്നല്ലെങ്കിൽ പോലും അവിടേക്ക് ഒരു ഫോക്കസ് കൊണ്ടുവരാനായിട്ട് ഈ ബജറ്റിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇക്വിറ്റി ഫണ്ടായിട്ടും ലിക്വിഡിറ്റി സപ്ലൈ ഒക്കെ ആയിട്ടെല്ലാം തന്നെ MSME ഏരിയയിലേക്ക് കൂടുതലായിട്ടൊരു സപ്പോർട്ട് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കളക്റ്റീവ്ലി ബാങ്കുകൾക്ക് ലഭിക്കുന്ന കൂടുതലായിട്ടുള്ളൊരു ലെൻഡിങ് ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പോൾ ലെൻഡിങ് ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും CapEx കൊണ്ടും മറ്റു രീതിയിലുള്ള ബജറ്റിൻ്റെ ഫോക്കസ് കൊണ്ടെല്ലാം തന്നെ ലെൻഡിങ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ വായ്പ കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ബാങ്കുകൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അതിന് മീറ്റ് ചെയ്യാനുള്ള റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഗ്യാപ്പ് മാത്രമായിരിക്കും ബാങ്കുകൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച്. അഡീഷണലി നേരത്തെ സൂചിച്ച പോലെ അസറ്റ് ക്വാളിറ്റിയുടെ രീതിയിൽ വരുന്ന ഒരു കൂടുതലായിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ഒരു സ്കോപ്പിൽ അഡീഷണൽ ആയിട്ടുള്ള സപ്പോർട്ടിംഗ് മെഷേഴ്സ് ഇല്ല എന്ന് പറയുന്ന ഒരു ചലഞ്ചാണ് കാണുന്നത്. അതേസമയം തീർച്ചയായിട്ടും വായ്പ ഓപ്പർച്യൂണിറ്റീസ് ബാങ്കുകൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്.
ഹരിസാറിലേക്ക് വരുമ്പോൾ സാർ ഇപ്പം ഈ ഒരു ഇന്നത്തെ നമ്മുടെ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ കേസ് വളരെ അഭിമാനപൂർവ്വം നിർമ്മല സീതാരാമൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതിന് മുമ്പ് നൽകിയിരുന്ന ബജറ്റിൽ ഇതിന് മുൻപത്തെ ബജറ്റ് പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ആ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് കുറച്ചു കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്നും അടുത്ത വർഷത്തേക്ക് ഒരു എസ്റ്റിമേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് 4.3% നിലനിർത്തുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ അടുത്തിടയ്ക്കൊരു ലേറ്റസ്റ്റ് ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഇനി വരുന്ന ബജറ്റുകളിൽ ഫിസിക്കൽ ഡെഫിസിറ്റിന് കാര്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് നൽകില്ല, പകരം ഡെറ്റ് ടു ജി ഡി പി എന്നൊരു കൺസെപ്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് കേന്ദ്ര സർക്കാർ ഫോക്കസ് നൽകുക എന്നുകൂടി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെറ്റ് ടു ജി ഡി പി വരുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ഈ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് കാരണം പലപ്പോഴും കേരളം പോലുള്ള സ്റ്റേറ്റ്സിൻ്റെ ഒക്കെ ഒരു റേറ്റിംഗ് ഒക്കെ കുറയുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഒരു ഡെറ്റ് ടു ജി ഡി പി പോലൊരു കൺസെപ്റ്റിലേക്ക് ഒരു ഷിഫ്റ്റ് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക? ഡെറ്റ് ജി ഡി പി റേഷ്യോ നമ്മൾ എടുക്കുക എന്ന് പറയുകയാണെങ്കിൽ അത് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് അതിന് ഏറ്റവും നല്ലത്. അത് കമ്പയർ ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും പക്ഷേ സാധാരണ പറയുന്നത് കേരളത്തിൻ്റെ പറയുന്ന 40 താഴെ 35%, 36% എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ അത് ഓൾ ഇന്ത്യ ലെവലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് 53%, 56% എന്നുള്ളതിലേക്ക് ആണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ അത് ആ ഒരു അന്തരം ഉണ്ട്. ആ അന്തരം മാറിക്കിട്ടും ചില സംസ്ഥാനങ്ങൾക്ക് ഇത് ഈ പറയുന്ന ജി ഡി പി റേഷ്യോ ബെനിഫിഷ്യൽ ആകും എന്ന് പറയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിനെ പറയാൻ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്കലി വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പറയും ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കൂടെ കളിക്കുന്ന കളി നോക്കുകയാണെങ്കിൽ അത് വേറൊരു പ്രശ്നം അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 100% ഒരു അഡ്വാൻറ്റേജസ് പൊസിഷനിലായിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ യൂണിയൻ ഗവൺമെൻറ് എടുക്കുന്ന ബോറോയിങ്സ് എന്ന് പറയുമ്പോൾ അതിനൊരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഒരു സംസ്ഥാനം എടുക്കുന്ന ബോറോയിങ്സ് എന്ന് പറയുമ്പോൾ വേറൊരു ലെവലിലാണ്. യൂണിയൻ ഗവൺമെൻറ് എവിടെ നിന്നൊക്കെയാണോ ഫണ്ട് വരുന്നത്, ആർ ബി ഐയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഹ്യൂജ് പ്രോഫിറ്റാണ് ആർ ബി ഐയിൽ നിന്ന് കിട്ടുന്നത്. അതും കൂടാതെ തന്നെ നമ്മൾ അതിന് പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൽ നിന്ന് കിട്ടുന്നത് വേറൊരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ പോരാതെ തന്നെ ഈ റിസോഴ്സസ് ഷെയർ ചെയ്യുന്നതിൽ ആകെയുള്ള റിസോഴ്സസിൻ്റെ 42% എന്നങ്ങ് പറയുകയാണ്. നമ്മൾ 42% കിട്ടുന്നില്ലെങ്കിൽ 42% ആണ് കൊടുക്കുന്നത്. വെർട്ടിക്കൽ ഡെവല്യൂഷൻ 42% ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ്, ആ വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുന്ന 42% നിലനിർത്താമെന്ന് 16ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് സംസ്ഥാനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ചെലവുകൾ വരുന്നത്. അതേ എക്കോണമിയുടെ ചിലവുകളിൽ നല്ലൊരു ശതമാനം സംസ്ഥാനങ്ങൾ വരുമ്പോൾ വെർട്ടിക്കൽ ഡെവല്യൂഷനിൽ ടാക്സ് ഡെവല്യൂഷൻ നടത്തുന്നതിൽ 42% ഇങ്ങോട്ടേക്ക് വരുന്നത്. സെൻട്രലിന് ഒരു റിസോഴ്സ് പൂൾ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് റിസോഴ്സ് പൂളാണ്. അപ്പോൾ ആ ഒരു ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് സംസ്ഥാനത്തിനെയും അല്ലെങ്കിൽ കേന്ദ്രത്തിനെയും നമ്മൾ താരതമ്യപ്പെടുത്തുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ചില അഡ്വാൻറ്റേജസ് പോയിന്റും ഉണ്ട് അതിനകത്ത് കേട്ടോ, ഉണ്ട്. സാർ ഇപ്പോൾ അതിനോടൊപ്പം നമുക്ക് സാർ ബോറോയിങ്ങിൻ്റെ കേസ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ബാബു സാറിലേക്ക് തന്നെ വരികയാണ്. ബാബു സാർ ഇപ്പോൾ ബോറോയിങ്ങിൻ്റെ കേസ് സൂചിപ്പിച്ചപ്പോഴത്തേനും, അതായത് പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് മാർക്കറ്റ് ബോറോയിങ്ങിന് കൂടുതലായിട്ടൊരു ഇമ്പോർട്ടൻസ് ഈ ഒരു ബജറ്റിൽ വരും. മാർക്കറ്റ് ബോറോയിങ് നടത്തുമ്പോഴേക്കും ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബാങ്കുകളുടെ മൊത്തത്തിലുള്ള സിസ്റ്റത്തിലുള്ള ലിക്വിഡിറ്റീനെ തിരിച്ചു വരികയല്ലേ ചെയ്യുന്നത്. അത് ഒരു സമ്മർദ്ദം ക്രിയേറ്റ് ചെയ്യും. ഓൾറെഡി ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ നേരിടുന്നുണ്ട്. പലതരത്തിലുള്ള ഈ ഒരു നിമ്മുമായിട്ട് ബന്ധപ്പെട്ട സമ്മർദ്ദം. അതേ സമയത്ത് തന്നെ ഈ ഒരു ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അപ്ഡേഷൻസ് വരുമ്പോൾ പോലും മാർക്കറ്റ് ബോറോയിങ് കൂടുതലായിട്ട് വർദ്ധിക്കുന്നത് ബാങ്കുകളെ അല്ലെങ്കിൽ ബാങ്കിങ് സംവിധാനത്തെ കൂടുതലായിട്ട് സമ്മർദ്ദത്തിലാക്കില്ലേ? ഇതൊരു ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ബോറോയിങ്സ് കൂടുമ്പോൾ ആ രീതിയിലേക്ക് ആ ബോണ്ടുകൾ, ഗവൺമെൻറ് ബോണ്ടുകൾ, സോവറിൻ ബോണ്ടുകളൊക്കെ ആയിട്ടാണ് ഗവൺമെൻറ് ഇതുപോലെ ആർ ബി ഐയുടെ ബോണ്ടുകളോ സർക്കാരിൻ്റെ ബോണ്ടുകളോ ഉള്ള സോവറിൻ ബോണ്ടുകളൊക്കെ റിലീസ് ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ് മാർക്കറ്റിൽ നിന്ന് ഈ ഒരു ഫണ്ട് സ്വരൂപിക്കുന്നത്. അത് ഇത്തവണ നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്പർ 11.7 lakh crore rupees ഗവൺമെൻറ് തന്നെ മാർക്കറ്റിൽ നിന്ന് ബോറോ ചെയ്യും. അതാണ് നമ്മളൊരു സോഴ്സ് ഓഫ് ഫണ്ട്സ് ആയിട്ട്. പണം എവിടെ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ടാക്സിൻ്റെ ഡയറക്റ്റ് ടാക്സ് 28.75 lakh crore എന്നും 11.7 lakh crore വരുന്നത് മാർക്കറ്റ് ബോറോയിൽസ് നിന്നായിരിക്കും. ഡെഫിസിറ്റ് GDP ഡെഫിസിറ്റ്
3% പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് താനും. അപ്പം ഈ മാർക്കറ്റ് ബോറോയിങ്സ്, ഗവൺമെൻറ്റിൻ്റെ മാർക്കറ്റ് ബോറോയിങ്സ് എന്ന് പറയുന്നത് സിസ്റ്റത്തിൽ നിന്നുള്ള ലിക്വിഡിറ്റി സക്കിൻ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അത് ഗവൺമെൻറ് തന്നെ ഈ ഫണ്ട് സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങനെ സക്കിൻ ചെയ്യാൻ തിരിച്ചിങ്ങ് എടുക്കുകയാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ബാങ്കുകൾ മാത്രമല്ല ഈ ഒരു ബോണ്ട് വാങ്ങിക്കുന്നതും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ബാങ്കുകളും അതുപോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. അപ്പോൾ ബാങ്കുകളുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാങ്കുകളുടെ റിസോഴ്സ് മൊബിലൈസേഷനിൽ അല്ലെങ്കിൽ അവൈലബിൾ റിസോഴ്സിൽ നിന്ന് തന്നെയായിരിക്കും ബാങ്കുകൾ ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ നോർമൽ രീതിയിലുള്ള ഇപ്പോൾ ഇതുപോലെ നമ്മൾ MSMEക്ക് കൂടുതൽ ലെൻഡിങ് റിക്വയർമെൻ്റ് ഉണ്ട്. അതുപോലെ മറ്റു രീതിയിലുള്ള നോർമലായിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ വായ്പ റിക്വയർമെൻറ്റുകളുണ്ടാവും. നമ്മൾ വ്യക്തിഗത വായ്പകൾക്കുണ്ടാവും, കൺസംഷന് വേണ്ടിയുള്ള ലെൻഡിങ് റിക്വയർമെൻ്റ് ഉണ്ടാവാം. ഇവിടെയെല്ലാം നമ്മൾ ആ രീതിയിൽ വളരെ വൈഡ് സ്പ്രെഡായിട്ട് ഡിപ്ലോയ് ചെയ്യേണ്ട ഫണ്ടിൽ നിന്ന് ഒരു പാർട്ട് ഈ മാർക്കറ്റ് ബോറോയിങ്സ് വഴി ഗവൺമെൻറ് സക്കിൻ ചെയ്തെടുക്കും. അപ്പോൾ അത് നമ്മുടെ ഈ ഓവറോൾ ബജറ്റിൽ കാണുന്ന ഒരു ഗ്രോത്തിനെ സപ്പോർട്ടിംഗ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംവിധാനത്തിലുള്ള ഫണ്ടാണ് തിരിച്ച് മാർക്കറ്റ് ബോറോയിങ് ആയിട്ട് ബാങ്കുകളിൽ നിന്ന് ഗവൺമെൻറ് തന്നെ തിരിച്ചെടുക്കാൻ പോകുന്നത്, ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൻ്റെ ഭാഗമായിട്ട്, കൺസോൾട്ടേഷൻ്റെ കമ്പൈലിൻ്റെ ചെയ്യുന്ന ഭാഗമായിട്ട്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അപ്പോൾ അതിൻ്റെ ഒരു അഡീഷണൽ ചലഞ്ച് ഈ പറഞ്ഞ ക്രെഡിറ്റ് ഡിപ്ലോയ്മെൻറ്റിൽ പ്രത്യേകിച്ചും ഇൻഡിവിജ്വൽസിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഈ മാനുഫാക്ചറിങ് ഏരിയയിലേക്കുള്ള അല്ലെങ്കിൽ സർവീസ് സെക്ടറിലേക്കുള്ള ഫാർമേഴ്സിനുള്ള എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റിനുള്ള ഡിപ്ലോയ്മെൻറ്റിൽ നിന്നുള്ള ഒരു ഫണ്ട് അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ്സ് എത്രമാത്രം കുറഞ്ഞിരിക്കുന്നോ അത്രമാത്രം ബാങ്കുകളുടെ ഡിപ്ലോയ്മെൻറ്റ് ലാർജർ മാസിലേക്ക് ഉണ്ടാവും. കൂടുതൽ ലോൺസ് നൽകാൻ സാധിക്കും. അതായത് അത് മെട്രിക്സ് വളരെ സിമ്പിളാണ്. അതായത് മാർക്കറ്റ് ബോറോയിങ്സ് കൂടിയിരിക്കുകയാണെങ്കിൽ, ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ് കൂടിയിരിക്കുകയാണെങ്കിൽ ലെൻഡിങ് ഓപ്പർച്യൂണിറ്റി മറ്റ് സെക്ടറിലേക്കുള്ളത് കുറയും. ഈ ബോറോയിങ്സ് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അത്രയും ഫണ്ടും കൂടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഡിപ്ലോയ് ചെയ്യാനായിട്ട് ബാങ്കുകൾക്ക് സാധിക്കും. അതാണ് അതിൻ്റെ സിമ്പിൾ മാട്രിക്സ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഗവൺമെൻറ് ബോറോയിങ്സ് കുറഞ്ഞിരിക്കുന്നതാണ് ഓവറോൾ, അതായത് നമ്മളിത് ഒരു ഈവൻ ഗ്രോത്ത് വികസനത്തിൻ്റെ ഒരു ഐഡിയൽ മോഡലിന് നല്ലത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള ബോറോയിങ്സ് കുറഞ്ഞിരിക്കുന്നതാണ്. ഹരിസാറിലേക്ക് വരികയാണ്. ഹരിസാർ, ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു പൊളിറ്റിക്കൽ വ്യൂ എന്നതിനേക്കാൾ ഉപരി നമ്മൾ പൊതുവേ നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഈ ഒരു മോദി സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം നേരിട്ടിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്റ്റേക്ക് വിറ്റഴിയുക അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു ഓപ്ഷനിലേക്കാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കണക്ക് പരിശോധിക്കുമ്പോഴേക്കും 2027 ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ടാർഗറ്റായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 80,000 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇത് 33,837 കോടി, വളരെ മാസീവായിട്ട് ഇരട്ടിയിലധികമുള്ളൊരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ മേഖലയിലേക്ക് വരുമ്പോഴേക്കും കൂടുതലായിട്ട് ഇപ്പോൾ പ്രൈവറ്റ് പ്ലേയേഴ്സ് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഒരു ഇക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു ഗ്രോത്തിനെ പ്രൊജക്റ്റ് ചെയ്യുക? ഇതിനാണ് നമ്മൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഇന്ത്യയിൽ തുടങ്ങിയത്. അതോ ചോദ്യം ഒന്ന്. രണ്ടാമത്, ഏതൊക്കെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ആണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റേണ്ടത്, ചെയ്യേണ്ടത്? ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. ഇതിനകത്ത് ഈ 80,000 കോടി രൂപയാണ് ഈ പ്രാവശ്യം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിന് ഏതൊക്കെ യൂണിറ്റ്സിൻ്റെ ആണ് ഷെയർ വിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ക്ലിയർ അല്ല. പറയുമ്പോൾ പറയാം നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ സമയം തൊട്ട് നമ്മൾ തുടങ്ങിയതല്ലേ എന്ന് പറയുമ്പോൾ ആദ്യം തുടങ്ങി, അതിനുശേഷം നവരത്ന എന്നുള്ള പേരിൽ തുടങ്ങി, അത് മുന്നോട്ട് പോയി, അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പല കോർ ഇൻഡസ്ട്രീസൊക്കെ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഷെയർ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് എപ്പോഴും ഒരു നല്ല പ്രവണതയല്ല കാണിക്കുന്നത്. റിസോഴ്സ് മൊബിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിൽ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ എന്ന് ആണ്. ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് പല പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൻഡസ്ട്രിയുടെ ഷെയർ എത്ര പെർസെൻറ്റേജ് കൊടുക്കുമ്പോൾ അതിന് ഏതൊക്കെ ഐറ്റംസാണ് അവരുടെ കയ്യിലേക്ക് പോകുന്നത്. ഇപ്പോൾ പല ഇൻഡസ്ട്രീസും നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഷെയർ പോകുമ്പോൾ നല്ലൊരു ശതമാനം ഷെയർ പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനെ അസസ് ചെയ്തെടുക്കുന്ന അതിൻ്റെ അസറ്റ്സിൻ്റെ മൂല്യം ഒട്ടും ഇത് കണക്കാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ക്യാപിറ്റൽ സിറ്റിക്ക് അകത്ത് പോലും ഉള്ള ചില ഇൻഡസ്ട്രീസ് നമ്മളങ്ങോട്ട് കൊടുക്കുമ്പോൾ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻഡസ്ട്രിയുടെ അസറ്റ് വാല്യൂ എത്ര,
എന്നുള്ളൊരു കണക്ക് നമ്മൾ എങ്ങും തന്നെ കാണുന്നില്ല. എങ്ങനെയെങ്കിലും 80,000 crores എടുക്കുക, 80,000 lakhs crores റേസ് ചെയ്യുക എന്നുള്ളൊരു അറ്റംപ്റ്റാണ് ഇവിടെ കാണുന്നത്. അതൊരിക്കലും ശരിയല്ല. എന്ന് വെച്ചാൽ ഒരു ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നമ്മളൊരിക്കലും പബ്ലിക് സെക്ടർ യൂണിറ്റ്സിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവണത ശരിയായിട്ടുള്ള അതല്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ബ്രേക്ക് ഇവൻ അല്ലാത്തതിനെ ബ്രേക്ക് ഇവൻ ആക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ശ്രമങ്ങൾ അല്ലാതെ പോകുന്നതിനെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ അത് ആ ഒരു കാറ്റഗറി കൃത്യമായിരിക്കണം, കൃത്യമായിരിക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. സർ, ഇപ്പോൾ നമ്മൾ ബോറോയിങ്ങിൻ്റെ കേസ് സൂചിപ്പിച്ചു. ബോറോയിങ് പറയുമ്പോഴേക്കും തീർച്ചയായിട്ടും ഈ ഒരു ബോറോയിങ്സ് കൂടുമ്പോഴേക്കും നമ്മുടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലേക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എത്താനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് ശരിക്കും ഇൻഡയറക്റ്റ്ലി നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് മാത്രം വല്ലാതെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ട്. അത് ഗ്രോയിങ് സെഗ്മെൻ്റാണ്. അപ്പോൾ അവിടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ അത് മാർക്കറ്റിൻ്റെ ഒരു മെട്രിക്സാണ്. അത് ഒരു ഫങ്ഷൻ ഓഫ് ദ മാർക്കറ്റ്. അത് നമുക്കറിയാം, അത് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, ഒരു അന്തർദേശീയ മാർക്കറ്റ് എല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കണക്ട് ചെയ്തുകൊണ്ടൊക്കെയുള്ള ഒരുപാട് മെട്രിക്സ് വർക്ക് ചെയ്യുന്നതാണ് സാധാരണ രീതിയിൽ നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഫങ്ഷൻ. അപ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ ബോറോവിങ് കൊണ്ട് മാത്രം ഒരു പക്ഷേ ഇതിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ വലിയ രീതിയിൽ അതിനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു ചേഞ്ചസ് ഉണ്ടാക്കുമോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അത് മാത്രമല്ല, ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ലാർജ് പോപ്പുലേഷനുണ്ട്. അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും തീർച്ചയായിട്ടും ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സൊക്കെ എപ്പോഴും നമ്മൾ കാണുന്നത് സാധാരണ രീതിയിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും മുന്നിൽ കാണുന്നത് സ്റ്റെബിലിറ്റി തീർച്ചയായിട്ടും വേണ്ടതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് റിട്ടേണിലേക്കാണ് ഒരു ഫോക്കസ് കൊടുക്കുന്നത്. അത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലുക്കോടെ ചെയ്യുന്ന ആളുകളുണ്ട്, ലോങ് ടൈം ഔട്ട്ലുക്കോടെ ചെയ്യുന്ന ആളുകളുണ്ട്. അവിടെയെല്ലാം നമ്മൾ ഓരോ ഇക്കണോമിയുടെയും സ്ട്രെങ്ത് അനുസരിച്ച് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എല്ലാം അങ്ങനെയൊക്കെയുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത് അത് നമ്മുടെ ഈ ഗവൺമെൻറ് ബോറോയിങ്സുമായിട്ട് അങ്ങനെ വളരെ ഡയറക്റ്റായിട്ട് കണക്റ്റഡ് ഒന്നല്ല. പിന്നെ നമുക്കിപ്പോഴും അറിയാം, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു വൊളാറ്റിലിറ്റി മേജറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോഴും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് വരുന്നതും ഫണ്ട് തിരിച്ചു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ വല്ലാതെ ഡയറക്റ്റായിട്ട് അതിനൊരു ഇമ്പാക്റ്റ് ചെയ്യില്ല. അതിൽ കൂടുതലായിട്ട് ഇമ്പാക്റ്റ് വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിലുള്ള ബാങ്കുകളടക്കമുള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ക്രെഡിറ്റ് ഡിമാൻഡിനെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതായിരിക്കും അതിൽ മേജറായിട്ടൊരു ഇമ്പാക്റ്റ് വരുന്നത്. അല്ലാതെ വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് അപ്പുറത്തുണ്ടാവാനുള്ളൊരു സാധ്യത കുറവാണ്. സർ, ബജറ്റ് എന്ന് പറയുമ്പോഴേ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത്, പ്രത്യേകിച്ചും കേരള പ്രേക്ഷകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരളത്തിന് എന്ത് കിട്ടി എന്നുള്ളത് തന്നെയാണ്. ഇത്തവണ ഏതായാലും ബജറ്റിലേക്ക് വരുമ്പോഴേക്കും ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റെയർ എർത്ത് മാഗ്നറ്റ് കോറിഡോർ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സോ ആ ഒരു പുഷ് പ്രത്യേകിച്ചും ഇപ്പോൾ KMR പോലെയുള്ള കമ്പനികളൊക്കെ സംബന്ധിച്ച് വലിയ തോതിൽ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതി കൂടിയാണ്, അല്ലെങ്കിൽ പ്രഖ്യാപനം കൂടിയാണത്. ഇത് കേരള ഇക്കോണമിക്ക് അത് എങ്ങനെയായിരിക്കും അത് ഇമ്പാക്റ്റ്? അത്തരം ഒരു പദ്ധതി നടപ്പിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് കേരള ഇക്കോണമി എങ്ങനെയായിരിക്കും ഇമ്പാക്റ്റ് ചെയ്യുക? എക്സ്പെക്ടേഷൻ തന്നെ ഇത് പറഞ്ഞിരുന്നൊരു പോയിൻ്റാണല്ലോ. കേരളത്തിന് ഇതിലൊരു സാധ്യത വേണം എന്ന് നമ്മൾ കൊടുത്ത മെമ്മോറാൻഡത്തിനകത്ത് ഇത് കൊടുത്ത മെമ്മോറാൻഡത്തിൽ സാങ്ഷനായി വരുന്ന ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു സംഭവം ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഓർമ്മിക്കേണ്ടത്. അപ്പോൾ ഒരേ ഒരു സാധനം കിട്ടുന്നത്. അപ്പോൾ കേരളം ഇത് ചോദിച്ചിട്ട് കൊടുത്തിരിക്കുന്ന ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കേരള ഇക്കോണമിക്ക് അതിനകത്ത് ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതിനകത്തില്ല. അതിനകത്ത് പ്രത്യേകിച്ച് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊക്കെ പല പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് എൻവയറൺമെൻ്റലി പ്രൊട്ടക്ഷൻ വേണം എന്നുള്ളതല്ല. അപ്പോൾ അവിടെയെല്ലാം കേരളത്തിന് എങ്ങനെ ഇത് ബാധിക്കും, ഇതിൽ എവിടെയെല്ലാം ചെയ്യും. ഇപ്പോൾ തന്നെ KMRലെ ഇഷ്യൂ നമുക്കറിയാം എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ളത്. ഈ രീതിയിലൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് പോയത് ഏത് രീതിയിലാണെന്നുള്ളത് ഉള്ളതല്ല. അപ്പോൾ അങ്ങനെയുള്ളത് നിൽക്കുകയാണെങ്കിൽ കേരളത്തിനകത്ത് അഡ്വാൻറ്റേജ് കിട്ടുമോ എന്ന് വെച്ചാൽ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലെ ഒരു ഓപ്പൺ സ്റ്റേറ്റ് അല്ല. ഇക്കോണമിയെ സംബന്ധിച്ചുള്ള ഒരു ഓപ്പൺ സ്റ്റേറ്റ് ആണെന്ന് ഇപ്പോഴും പറയാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ എന്ന് പറയുന്ന നിക്ഷേപക ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
എന്തുമാത്രം ഇത് ബെനിഫിറ്റഡ് ആകും എന്നുള്ളത്. കേരളം ചോദിച്ചാൽ ഇത് മാത്രമേ കിട്ടിയുള്ളൂ എന്നുള്ളത് കണക്കാക്കുമ്പോൾ കേരളത്തിന് അതിനകത്തൊരു ബെനിഫിറ്റ് ഉണ്ടാവേണ്ടതാണ്, ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതാണ്. പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏത് തരത്തിൽ അതിനകത്ത് ബെനിഫിറ്റ് കിട്ടും, എന്തുമാത്രം ഇതിനകത്ത് നമുക്ക് അലോക്കേഷൻസ് വരും എന്നുള്ളത് വന്ന് കഴിയുമ്പോൾ ഭാവിയിലെ ഒരു കണ്ടീഷൻസ് അപ്ലൈഡ് ആണ്, കണ്ടീഷൻസ് ഉണ്ടാകും ഇതിനകത്ത്. എല്ലാ ഈ സെൻട്രലി പ്രോജക്റ്റുകൾ എന്താണ്, സെൻട്രലി സ്പോൺസേഡ് പ്രോജക്റ്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഇപ്പോൾ അറിയാമല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ പലതരത്തിൽ ഉള്ള കണ്ടീഷൻസ് ഉണ്ടാകും, പലതരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ടാകും. ആ കണ്ടീഷൻസ് ഒക്കെ ഇതിനകത്തും വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒന്നും പറയില്ല എങ്കിലും ബജറ്റ് ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുമ്പോൾ ഇതുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വന്ന് വീഴാൻ വേണമെങ്കിൽ അതിനകത്ത് കേട്ടോ, വന്ന് ഉണ്ടെന്നുള്ള ലേലം പറഞ്ഞ് ചിലപ്പോൾ വന്ന് വീഴാകുകയില്ല. അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിൽ ഇതിപ്പോൾ സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സർ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ബാങ്കിങ്ങിൻ്റെ കേസ് സംസാരിക്കുമ്പോൾ പ്രൈമറിലി ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ബാലൻസ് ഷീറ്റിൻ്റെ കേസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു ഹൈ ലെവൽ ബാങ്കിങ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ബാങ്കിങ് റിഫോംസ് ബില്ല് എക്സ്പെക്റ്റ് ചെയ്തെടുത്താണ് വികസിത് ഭാരതിൻ്റെ ആ ഒരു ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ബാങ്കിങ് സ്ട്രക്ചർ അല്ലെങ്കിൽ സിസ്റ്റത്തിനെ എങ്ങനെ റിഫോം ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈ ലെവൽ ബാങ്കിങ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്തത്. സോ ഒരു ബാങ്കിൻ്റെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നല്ല എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്, താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ? നമുക്കറിയാം, ബാങ്കുകളുടെ ഭാഗത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളിൽ കാലാകാലങ്ങളായിട്ട് ഒരുപാട് പുരോഗമനം അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മെഷേഴ്സ് എല്ലാം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു പോളിസി ഡിസിഷൻസ് ആയിട്ടും ഇതുപോലെ ഫിസിക്കൽ ഡിസിഷൻസ് ആയിട്ടും അതുപോലെ റെഗുലേറ്ററി കംപ്ലൈൻസിൻ്റെ ആംഗിളിലായിട്ടൊക്കെ തന്നെ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ചും ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഒരുപാട് അച്ചടക്കവും ഡിസിപ്ലിനും കൺട്രോളും ഒക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ബാങ്കിങ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും അത് ഹെൽപ്പ് ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആ ബാങ്കിങ് ഇൻഡസ്ട്രി ഇപ്പോൾ കൂടുതലായിട്ട് സ്റ്റെബിലൈസ് ചെയ്തിരിക്കുന്നു. ബാങ്കിങ് ഇൻഡസ്ട്രിക്ക് റെസീലിയൻസ് ഉണ്ട്, ബാലൻസ് ഷീറ്റ് നല്ലതാണ് എന്നൊക്കെ. അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇടപാടുകാരുടെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ചും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊക്കെ കൂടുതലായിട്ടുള്ളൊരു തീരുമാനങ്ങൾ വരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ജനുവരി മാസത്തിൽ തന്നെയാണ് പ്രത്യേകിച്ചും ബാങ്കുകളുടെ ഓംബുഡ്സ്മാൻ സംവിധാനത്തിലൊക്കെ കാലോചിതമായിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഓരോ ബാങ്കുകളിലും പ്രവർത്തിക്കുന്ന ഇൻറ്റേർണൽ ഓംബുഡ്സ്മാന് കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയുന്ന തീരുമാനങ്ങൾ വന്നിരിക്കുന്നു. അതുപോലെ ട്രാൻസ്പെറൻസി വേണം കൂടുതലായിട്ട്, അതെ കൂടുതലാവണം, ലിബറലായി അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ഓപ്പൺനെസ് വേണം എന്നൊക്കെയുള്ള രീതിയിലുള്ള നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് പോകുന്ന കംപ്ലയിൻസോടുകൂടെ എക്സിക്യൂട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ കാലാകാലങ്ങളായിട്ട് ബാങ്കുകളുടെ പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ബാങ്കിങ് ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുന്ന, ബാങ്കിങ്ങിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ബജറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ബാങ്കിങ് ഇൻഡസ്ട്രി പ്രതീക്ഷിച്ചിരുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ സ്വകാര്യ ബാങ്കുകളിൽ 74% വരെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പെർമിറ്റ് ആയിട്ടുണ്ട്. അതിൽ 49% ഓട്ടോമാറ്റിക് റൂട്ട് വഴിയും അതിനേക്കാൾ അപ്പുറത്ത് വേണമെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ കേസ് ടു കേസ് മെറിറ്റ് ബേസ് ആയിട്ടുള്ള പെർമിഷനോട് കൂടെ 74% വരെ ബാങ്കിങ്ങിൽ സ്വകാര്യ ബാങ്കുകളിൽ ചെയ്യാം. നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഇപ്പോൾ അത് 20% വരെയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ഒരു പ്രത്യേകിച്ച് ഒരു കൺസൾട്ടേഷനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പബ്ലിക് സെക്ടർ ബാങ്കുകൾ കൂടുതലായിട്ട് ശക്തിപ്പെടുത്താനിരിക്കുന്ന ഒരു ഡിസ്കഷനൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയത്ത് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നത് ഇതുപോലെ ഒരു പക്ഷേ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ കാര്യത്തിലും ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കൂടുതലായിട്ടുള്ള ഒരു ബെറ്ററായിട്ടുള്ള സിസ്റ്റംസോ മാനേജ്മെൻറ്റോ എക്സലൻസോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നേക്കാം. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നമ്മൾ ഫേസ് ചെയ്യുന്ന ഡിജിറ്റൽ രീതിയിലുള്ള അഗ്രസീവ്നെസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വരുന്ന സെക്യൂരിറ്റി സംവിധാനങ്ങൾ, ഇതെല്ലാം അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ബെഞ്ച് മാർക്കിംഗ് ബാങ്കിങ് ഇൻഡസ്ട്രിക്ക് സാധിക്കണം, ആ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഒരു ഡിസ്കഷൻ പ്രീ ബജറ്റ് ഡിസ്കഷനിലെല്ലാം തന്നെ ഇൻഡസ്ട്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് ഇൻഡസ്ട്രിയുടെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് അത് ഈ ബാങ്കിങ് ഇടപാടുകാരുടെ ഭാഗത്തുനിന്ന് പോലും അങ്ങനെ ഒരു തോട്ടുണ്ടായിരുന്നു ഈ കാര്യത്തിലെല്ലാവരും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു തീരുമാനങ്ങളൊന്നും ഈ ബജറ്റിൽ വന്നിട്ടില്ല. പക്ഷേ ഒരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ഹൈ ലെവൽ കമ്മിറ്റി നമ്മൾ ബാങ്കിൻ്റെ ഈ കാര്യങ്ങൾ ആലോചിക്കാനും തീരുമാനിക്കാനും വേണ്ടി ഒരു ഹൈ ലെവൽ കമ്മിറ്റി ഉണ്ടായിരിക്കും. ആ കമ്മിറ്റി ആണ് ഇനി
ഏതെല്ലാം കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് തീരുമാനമെടുത്ത് വരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റി ഫോം ചെയ്ത് വരുമ്പോൾ അറിയാൻ കഴിയും. അവിടെ കമ്മിറ്റി നേരത്തെ ചോദിച്ച പോലെ എന്തൊക്കെ ഏരിയയിലായിരിക്കും ഈ കമ്മിറ്റി എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്, ഏതൊക്കെ ഏരിയയിലായിരിക്കും കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് വരാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു ഡിസ്കഷൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ സ്ട്രെങ്തനിങ് എങ്ങനെ സാധിക്കും, അതുപോലെ ഈ സൈബർ സെക്യൂരിറ്റി, ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, കൂടുതൽ ഏതൊക്കെ രീതിയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിംഗ് സംവിധാനങ്ങൾ ഉണ്ടാവും, എന്തെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഏത് ഏരിയയിലേക്ക് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, കംപ്ലയൻസ് ആംഗിളിൽ ഈ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാൻ ബാങ്കുകൾക്ക്, അതുപോലെ തന്നെ ബാങ്കുകളുടെ കോർപ്പറേറ്റ് ഗവേണൻസ്, ബോർഡ് ലെവൽ ഗവേണൻസ് ഒക്കെ എങ്ങനെ കൂടുതലായിട്ട് ബെറ്റർ ആക്കാൻ സാധിക്കും, അങ്ങനെയൊക്കെയുള്ള ബാങ്കുകളെയും സാമ്പത്തിക സംവിധാനത്തെയും ബാധിക്കുന്ന കാലോചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു അഭിപ്രായങ്ങളോ ഡിസ്കഷൻസോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളോ പോളിസികളൊക്കെ തന്നെയായിരിക്കും ഈ ഹൈ ലെവൽ കമ്മിറ്റി കൊണ്ടുവരിക എന്ന് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്കഷനുണ്ട്, നാഷണലൈസ്ഡ് ബാങ്കുകൾ, ഇപ്പോഴുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളെല്ലാം കൂടെ 2-3 ബാങ്കുകളായിട്ടൊക്കെ കുറയ്ക്കും എന്നൊരു ഡിസ്കഷൻ വന്നു. പിന്നീട് അത് ഇടക്കാലത്ത് ഇങ്ങനെ നിന്നുപോയിട്ടുള്ള ഡിസ്കഷൻ വളരെ സജീവമല്ലായിരുന്നു ആ ഡിസ്കഷൻ. ഒരു പക്ഷേ ആ ഡിസ്കഷൻ അടക്കമുള്ള ഡിസ്കഷൻ ഹൈ ലെവൽ കമ്മിറ്റിയുടെ ഒരു പരിധിയിൽ അവരുടെ ഒരു അജണ്ടയിലോ അല്ലെങ്കിൽ അവർക്കുള്ളൊരു മാൻഡേറ്റിലോ ആ ഡിസ്കഷനും കൂടെ കൊണ്ടുവരാനൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അടക്കമുള്ള കൺസോൾട്ടേഷൻ അടക്കമുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളടക്കമുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് അടക്കമുള്ള കംപ്ലയിൻസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ കമ്മിറ്റിയുടെ ഒരു ചർച്ചയിലോ അല്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ ഒരു മാൻഡേറ്റിലോ വരുമെന്നാണ് നമുക്ക് ഇപ്പോൾ കരുതാൻ കഴിയുന്നത്. എന്നാലും ഇതൊരു കമ്മിറ്റി ഫോർമേഷനെ കുറിച്ച് മാത്രമാണ് ഇന്നത്തെ ബജറ്റിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്കത് കാത്തിരുന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. സർ, ഇപ്പം ഒരു എക്സ്പെക്ടേഷനകത്ത് നമ്മളുടെ ഒരു ബാങ്കുകളുടെ ലയനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഇൻ കേസ് ബാങ്കുകളുടെ ലയനത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കൊരു റൂറൽ ഏരിയയും അർബനെയും ഒരുപോലെ കമ്പൈൻ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഈ ഒരു അർബൻ ഏരിയയെ സംബന്ധിച്ചിട്ട് ബാങ്കിങ് ഫെസിലിറ്റി കുറച്ചും കൂടെ ബ്രോഡാണ്, എല്ലാവർക്കും ആക്സസിബിലിറ്റി വളരെ കൂടുതലാണ്. പക്ഷേ റൂറൽ ഏരിയയിൽ പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും നമുക്ക് എത്തുമ്പോഴേക്കും വലിയ തോതിൽ ഈ ഒരു ബാങ്കിങ്ങിൻ്റെ ആക്സസിബിലിറ്റി വളരെ കുറവുള്ള സ്ഥലങ്ങളുണ്ട്. ഈ ഒരു ഇത്തരമൊരു ലയനത്തിലേക്ക് ഇൻ കേസ് ഒരു ഫ്യൂച്ചറിൽ കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം എഫക്റ്റീവായിട്ട് വരും? ഇത് നമുക്കറിയാം, ഇത് കുറച്ച് ആളുകളായിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ നാഷണലൈസേഷൻ, പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ഉള്ള സമയത്തുള്ള ആദ്യത്തെ 1ാം നാഷണലൈസേഷൻ ബാങ്കുകളുടെ, അതുപോലെ തന്നെ 2ാം നാഷണലൈസേഷൻ ബാങ്കുകളുടെ, ഈ സമയത്തെല്ലാം നമ്മൾ ഉണ്ടായിരുന്ന ഒരു ഡിസ്കഷൻ ബാങ്കുകളുടെ നാഷണലൈസേഷൻ വഴി കൂടുതലായിട്ടുള്ള റീച്ച് ഉണ്ടാവും, കൂടുതൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സാധിക്കും, കൂടുതൽ ആളുകളിലേക്ക് ബാങ്കിങ് എത്തിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള ഡിസ്കഷൻ വെച്ചുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനം വന്ന് പുതിയ ധാരാളം ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുകയും രാജ്യത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലാണെങ്കിൽ പോലും ബാങ്കിങ് സംവിധാനങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്ന ഒരു ഡിസ്കഷനൊക്കെ മുന്നോട്ട് പോയത്. അതിനുശേഷം പിന്നീട് നമ്മൾ തീരുമാനിച്ചത് സ്വകാര്യ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എന്ന് പറയുന്ന കുറച്ചധികം ബാങ്കുകൾ, 5-6 പ്രധാനപ്പെട്ട ബാങ്കുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ആ ബാങ്കുകളും ഇതുപോലെ വന്നതിന് ശേഷം ബാങ്കിങ് സംവിധാനങ്ങൾ ഇന്ത്യയിലെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്താനും ബാങ്കിങ് പ്രോഡക്റ്റുകളും സർവീസുകളും എത്തിക്കാനും സാധിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് തീരുമാനങ്ങൾ വന്നത്, നമുക്ക് ലോക്കൽ ഏരിയ ബാങ്കുകൾ ഉണ്ടാവണം. അങ്ങനെ ലോക്കൽ ഏരിയ ബാങ്കുകൾ വന്നു. അപ്പോൾ കുറച്ച് കൂടുതൽ ബാങ്കുകൾ ആ രീതിയിൽ വന്നു. അതിനുശേഷം പിന്നീട് പറഞ്ഞു നമുക്ക് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ വരാം. അങ്ങനെ കുറച്ച് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ വന്നു. റീജിയണൽ റൂറൽ ബാങ്കുകളിൽ ധാരാളം 50ഓളം അല്ലെങ്കിൽ അതിലധികം റീജിയണൽ റൂറൽ ബാങ്കുകൾ വരുന്നത് നല്ലതാണ് എന്നുള്ളൊരു തീരുമാനം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ വന്നു. പിന്നീട് ഇപ്പോൾ റൂറൽ ബാങ്കുകളിൽ ഒരു സ്റ്റേറ്റിൽ ഒരു റീജിയണൽ മതി എന്ന് പറയുന്ന തീരുമാനത്തിന് ശേഷം ഇപ്പോൾ മറ്റൊരു കമ്മിറ്റി ഫോം ചെയ്തിരിക്കുകയാണ്. റീജിയണൽ റൂറൽ ബാങ്കുകളുടെ കാര്യത്തിൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം, അത് കൺസോളിഡേറ്റ് ചെയ്യണമോ, ഒരു ബാങ്ക് ആക്കണമോ, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ഒരു ബാങ്ക് മാത്രം മതിയോ എന്നൊക്കെ രീതിയിലുള്ള അങ്ങനെ ഡിസ്കഷൻസ് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ വന്നിരിക്കുന്നത്. ഇപ്പോഴുള്ള പബ്ലിക് സെക്ടർ ബാങ്കുകൾ എല്ലാം കൂടെ നമുക്ക് 3 ബാങ്കുകളായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ എണ്ണം കുറച്ചുകൊണ്ട് വലിയ ബാങ്കുകളായിട്ട് നമുക്ക് ഒരു അന്തർദേശീയ തലത്തിലുള്ള ഒരു ബാങ്കുകളുടെ ഒരു സ്റ്റാച്ചറിലേക്ക് നമ്മുടെ ബാങ്കുകൾ എത്തിക്കാൻ സാധിക്കുമോ എന്ന് ആലോചിക്കാം എന്നെല്ലാം ഒരു ഡിസ്കഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കാലാകാലങ്ങളിൽ ബാങ്കുകളുടെ ഈ ഒരു
ഒരു ഡയറക്ഷനിൽ കൂടുതൽ ബാങ്കുകൾ ഉണ്ടാകുക, കൂടുതൽ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ കുറച്ച് ഡയറക്ഷനിലേക്ക് പോയപ്പോൾ പിന്നീട് അത് ഡയറക്ഷനിൽ ഒരു ചേഞ്ച് ഉണ്ടായിട്ട് ഇപ്പോൾ പറയുന്നത് നമ്മൾ എണ്ണം കുറവ് മതി, അല്ലെങ്കിൽ അതാണ് കുറച്ചും കൂടി നന്നായിരിക്കുക, കുറച്ച് ഇക്കണോമി ഓഫ് സ്കെയിൽ വർക്ക് ചെയ്യും, കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആകാൻ സാധിക്കും, കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കും, പ്രത്യേകിച്ചും ഇന്ത്യക്കകത്തും പുറത്തും ഒരു കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള ഡിസ്കഷനൊക്കെ വരികയാണ്. അപ്പോൾ ഇതൊരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കുറച്ച് നാൾ നമ്മളൊരു ഡയറക്ഷനിൽ പോവുകയും അതിനുശേഷം പിന്നീട് മറ്റൊരു ഡയറക്ഷനിലേക്ക് വരുന്ന രീതിയിലുള്ള കോൺവെർസേഷനാണ്. പക്ഷേ എൻ്റെ അതിനോടുള്ളൊരു റെസ്പോൺസ് ഇങ്ങനെയാണ്. അതായത് ഇന്നത്തെ രീതിയിൽ ഇന്നത്തെ ഈ ബജറ്റിൻ്റെ പ്രഖ്യാപനത്തിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ബാങ്കിങ് സ്റ്റേബിളാണ്, റെസിലിയൻ്റ് ആണ്. 98% ആളുകളെ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിലേക്ക് നമുക്ക് ഇതിനകം തന്നെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഏറ്റക്കുറച്ചിലുണ്ടാവാം. ഇപ്പോൾ ഈ 98% ആളുകൾ എല്ലാവരും തന്നെ എല്ലാ ബാങ്കിങ് പ്രോഡക്റ്റുകളും സർവീസുകളും ഡിജിറ്റൽ ബാങ്കിങ് അടക്കമുള്ള സേവനങ്ങളും കൺവീനിയൻസും ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും യെസ്, വൺ വേ ഓർ അതർ അതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിൻ്റെ ഒരു വരവോട് കൂടെ തന്നെ ബാങ്കിങ് സംവിധാനങ്ങൾ എല്ലാ ആളുകളിലേക്കും ബാങ്കുകളുടെ ബ്രാഞ്ചസ് ഇല്ലാതെ തന്നെ എത്തിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇപ്പോഴും പല ബാങ്കുകൾ ഇപ്പോൾ ATMസിൻ്റെ നമ്പർ തന്നെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ലെസ് ക്യാഷ് സൊസൈറ്റിയിലേക്ക് മൂവ് ചെയ്യുന്ന സാഹചര്യത്തിൽ ATMകളുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ബ്രാഞ്ച് ബാങ്കുകൾ പുതിയതായിട്ടുള്ള ബ്രാഞ്ച് ബാങ്കുകൾ ഓപ്പൺ ചെയ്യുന്നത് കുറച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് കുറച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ബ്രാഞ്ച് ബാങ്കുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ലൈറ്റ് ബ്രാഞ്ചുകൾ, ചെറിയ ബ്രാഞ്ചുകൾ മതി, അവിടെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഈ ബാങ്കുകളുടെ എണ്ണം 3 അല്ലെങ്കിൽ കുറച്ച് നമ്പറിലേക്ക് കുറച്ച് കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കും ബാങ്കിങ് സിസ്റ്റത്തിനെ ബാധിക്കുക എന്നുള്ളത്. അപ്പോൾ അത് കുറച്ച് കൊണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അതിനെ നമ്മൾ ഒരു ഡിറക്ഷനിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു തീരുമാനം ആണ് എന്ന് ഇമ്മീഡിയറ്റ് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈവൻ അതർവൈസ് ഇപ്പോൾ ഈ ബാങ്കിങ് സംവിധാനം നീഡി സെക്ടറിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. പിന്നെ ഇത് എത്രമാത്രം ഒരു കൺവീനിയൻ്റ് ആയിട്ടും എത്രമാത്രം അഫോർഡബിൾ ആയിട്ടും എത്രമാത്രം സിമ്പിളായിട്ടും എത്ര ഫാസ്റ്റായിട്ടും എത്ര സേഫായിട്ടും ബാങ്കിങ് സംവിധാനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ള കോൺവെർസേഷനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മോർ റിലവൻറ്റ് ദാൻ ഹൗ മെനി ബാങ്ക്സ് ആർ ദർ. ചിലപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ കേസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിനോട് നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്നത് ടൂറിസമാണ്. കാരണം വലിയൊരു കേരളത്തിൻ്റെ GDPയുടെ വലിയൊരു പോർഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു സെക്ടർ കൂടിയാണ്. ഡെവലപ്പ് ചെയ്യാൻ ഇനിയും ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സെക്ടർ കൂടിയാണ് ടൂറിസം. ഇത്തവണത്തെ ബജറ്റിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഈ ഒരു ടൂറിസം മേഖലയ്ക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ടൂറിസം സെക്ടറിനെ സംബന്ധിച്ചിട്ട് എംപ്ലോയ്മെൻറ്റ് ജനറേഷനിലെ വലിയൊരു ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പലതരത്തിൽ മെഡിക്കൽ ടൂറിസം, അതിനോടൊപ്പം തന്നെ അസ്ട്രോണമിക്കൽ, അങ്ങനെ പല ടൂറിസത്തിൻ്റെ വെറൈറ്റി പ്രൊഡക്ട്സിലേക്കാണ് ഡൈവേഴ്സിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ടൂറിസത്തിൽ വരുന്ന ഈ ഒരു കണക്കുകൾ ഇത്തരം പറയുമ്പോൾ പോലും പല കണക്കുകളും സൂചിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു ഓവർസീസ് വരുന്ന ടൂറിസ്റ്റിൻ്റെ എണ്ണം ഇപ്പോഴും കോവിഡിന് മുൻപത്തെ ലെവലിനേക്കാളും കുറവാണ്. ഓൾമോസ്റ്റ് ഒരു ലോകത്തിലെ തന്നെ കണക്കുകൾ പരിശോധിക്കുമ്പോഴേക്കും ഒരു കോവിഡിന് ശേഷമുള്ള കാലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഇപ്പോഴും ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യുന്നതിൽ അത്ര ഒരു എമിനൻ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ടൂറിസം പദ്ധതികൾ എങ്ങനെയായിരിക്കും ഇമ്പാക്റ്റ് ചെയ്യുക? പ്രത്യേകിച്ചും അതൊരു അൺഓർഗനൈസ്ഡ് സെക്ടർ കൂടിയാണ്, അതെങ്ങനെയായിരിക്കും ഇമ്പാക്റ്റ് ചെയ്യുക? ടൂറിസം പ്രോജക്ട്സ് വരുന്നത് കൊണ്ടിട്ട് തീർച്ചയായിട്ടും സ്റ്റേറ്റിൻ്റെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ടും കൂടാനായിട്ടും, അതേപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് കൂടാനായിട്ടും സാധ്യതയുണ്ട്. ഏതൊക്കെ ടൂറിസം മേഖലകളിലേക്കാണ് ഊന്നൽ കൊടുക്കുന്നത്, കേരളത്തിൽ പറ്റുന്ന മേഖലകളിലേക്കൊക്കെ ആണോ ഈ ബജറ്റ് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട. ഈ ആയുർവേദ അല്ലെങ്കിൽ മെഡിക്കൽ ടൂറിസം ഉള്ളൊരു കോൺസെപ്റ്റ് കേരളത്തിൽ വളരെ പെട്ടെന്ന് അതുകൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ മറ്റുള്ള മേഖലകളിൽ കേരളം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കണം. നമ്മളിതിനെക്കാട്ടും ഒക്കെ പ്രധാനപ്പെട്ട കേരളം എന്തുമാത്രമാണ് റെസ്പോൺസിബിൾ ടൂറിസത്തിലേക്ക് നിൽക്കുന്നത് എന്നുള്ളതും, എന്തുകൊണ്ടാണ് കേരളത്തിനെ ഒഴിവാക്കിയ ആൾക്കാർ പോകുന്നത് എന്നുള്ളതും, ഇന്ത്യയെ ഒഴിവാക്കി പോകുന്ന എന്താണ് കാരണം എന്നുള്ളതും. ഇന്ത്യയിൽ
ഈ സംവിധാനങ്ങളില്ലാഞ്ഞിട്ടല്ല, അട്രാക്റ്റീവ് പ്ലേസസ് ഇല്ലാഞ്ഞിട്ടല്ല, വേറെ ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് നിലനിൽക്കുന്നത് കൊണ്ടിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. കോവിഡിന് മുൻപുള്ള അല്ലെങ്കിൽ പ്രീ കോവിഡ് ലെവലിലേക്ക് ഇന്ത്യയിലേക്ക് എത്താൻ സാധിക്കാറുണ്ട്. പ്രോജക്റ്റ് എപ്പോഴും നല്ലതാണ്, പ്രോജക്റ്റ് കൊണ്ടുവരുന്നതുകൊണ്ട് എപ്പോഴും നല്ലതായിരിക്കും. അതുകൊണ്ടിട്ടുള്ള നേട്ടങ്ങൾ കേരളത്തിന് കിട്ടുവാണെങ്കിൽ കേരളത്തിന് എടുക്കാവുന്ന പ്രോജക്റ്റുകൾ എടുത്ത് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എളുപ്പം വളരെ വേഗത്തിൽ ഈ പ്രൈവറ്റ് സെക്ടറുമായിട്ട് ലിങ്ക് ചെയ്ത് കൊണ്ടുവരാവുന്നൊരു ഏരിയയാണ് ടൂറിസം എന്നുള്ളത്. വേറെ ഒരു മേഖലയിലും കേരളത്തിൽ അത്ര പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ തീർച്ചയായിട്ടും കേരളത്തിന് ബെനിഫിറ്റുകൾ ഉണ്ടായിക്കൂടാകുന്നില്ല, ഉണ്ടാകാം, തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ് അതുകൊണ്ടിട്ടുള്ളത്. സാർ, ഇതിനോടൊപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു MSME സെക്ടറിൻ്റെ ഒരു കേസ് MSME സെക്ടറിൻ്റെ ഒരു വളർച്ചയ്ക്കായിട്ട് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 10,000 crores ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ്ലി ബാങ്കുകളുമായിട്ട് വളരെയധികം ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു സെക്ടർ കൂടിയാണ്. സോ ഈ ഒരു MSME സെക്ടറിൽ ഇത്തരമൊരു അലോക്കേഷൻ വരുന്നത് ബാങ്കുകളുടെ ഒരു ഹെൽത്തിനെസ്സിന് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ബാങ്കുകൾക്ക് എത്രത്തോളം എഫക്റ്റ് ചെയ്യും? MSMEയിലേക്ക് എത്രമാത്രം ഒരു ഫോക്കസ് കൊടുക്കുന്നോ, എത്രമാത്രം പുഷ് കൊടുക്കുന്നോ, അത് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ വളർച്ചയെ വളരെ സ്വാധീനിക്കുന്ന, വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമായിരിക്കും. നമുക്കറിയാം MSME ഒരു ലാർജ് എംപ്ലോയ്മെൻറ്റ്, ധാരാളം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു സെക്ടറാണ്. അതുപോലെ തന്നെ അത് ഒരുപാട് ആളുകളെ കവർ ചെയ്യുന്ന, ഇന്ത്യൻ പോപ്പുലേഷനിൽ ഇപ്പോൾ നമ്മൾ 140-150 കോടി ആളുകളെന്ന് പറയുന്നതിൽ അതിൽ ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു ഏരിയയാണ് MSME, മൈക്രോ സ്മോൾ മീഡിയം ഇൻഡസ്ട്രീസ് എല്ലാം കൂടെ കവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് നമ്മൾ നേരത്തെ മുതൽ തന്നെ നമ്മൾ പറയുന്നതും യഥാർത്ഥത്തിലുള്ളതാണ്. അപ്പോൾ അവിടെ എല്ലാം തന്നെ ഈ സ്മോൾ മൈക്രോ മീഡിയം ഇൻഡസ്ട്രീസിൻ്റെ ഒരു വളർച്ചയും അതിൻ്റെ അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള രീതി അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമുക്ക് പ്രത്യേകിച്ചും ഒരു ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ നമുക്ക് ഒരു കൺസപ്ഷൻ ഏരിയയിലാണെങ്കിലും അല്ലെങ്കിൽ എക്സ്പോർട്ട് ഏരിയയിലൊക്കെ ആണെങ്കിലും ബുദ്ധിമുട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊരു സെൽഫ് ഡിപ്പെൻഡൻസി കൊണ്ടുവരാനായിട്ട് ലാർജ് കോർപ്പറേറ്റ്സിൻ്റെ ലാർജ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഇൻഡസ്ട്രീസിൻ്റെയും സപ്പോർട്ടിനോടൊപ്പം തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് വളർത്തിക്കൊണ്ടുവരേണ്ട, സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ട ഏരിയ തന്നെയാണ് MSME ഏരിയ. അങ്ങനെ നോക്കുമ്പോൾ അവിടെ 10,000 കോടി രൂപയുടെ ഒരു അഡീഷണൽ സപ്പോർട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ബജറ്റിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതൊരു അഡീഷണൽ ഒരു സപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ മറ്റു രീതിയിലുള്ള ഒരു ഏരിയയിലും കൂടെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ MSMEയിലേക്ക് ആ സപ്പോർട്ട് വരുന്നത് തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ MSMEയുടെ വളർച്ചയെ സഹായിക്കും. അവിടേക്ക് ബാങ്കുകൾക്ക് എന്തായാലും ഒരു കണക്ട് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഒരു കാര്യം, MSMEയുടെ ഡെഫിനിഷൻ കഴിഞ്ഞ ബജറ്റിൽ ഒരു ചേഞ്ച് വരുത്തിയിരുന്നു. ആ ചേഞ്ചിൽ ഇത്തവണ ഡെഫിനിഷനിൽ മാറ്റം വരുത്തിയിട്ടില്ല, അവിടെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറേം കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഡെഫിനേഷനോ സപ്പോർട്ട് ഉണ്ടായിരുന്നു. MSMEയുടെ ഒരു ക്ലാസിഫിക്കേഷനിൽ ഡെഫിനേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ലത് എന്നൊരു തോട്ടും ഉണ്ടായിരുന്നു ഈ പ്രീ ബജറ്റ് എങ്കിൽ. പക്ഷേ അതുണ്ടായിട്ടില്ല. പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ 10,000 കോടി രൂപ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഇന്ത്യയിലുള്ള ആകമാനം MSCകൾക്ക് കൂടിയാണ്. അങ്ങനെ ഓർക്കണം. തീർച്ചയായിട്ടും ഫോക്കസ് ഉണ്ട്, ഉള്ളത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് അത്രയ്ക്കും ഒരു സപ്പോർട്ട് മതിയോ? MSME സെഗ്മെൻറ്റിൻ്റെ ഒരു ഗ്രോത്തിനും സപ്പോർട്ടിനും വളർച്ചയ്ക്കും ഇന്ത്യ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ളത് അത്രമാത്രം ഒരു സപ്പോർട്ട് മതിയോ എന്നുള്ളൊരു കാര്യം നമ്മൾ ഒന്നുകൂടെ ഒരു റീവിസിറ്റിന് സ്കോപ്പുള്ളൊരു ഏരിയയാണ്. ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഡീഷണൽ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയതാണ്. MSMEക്ക് ഇത്രയും ഒരു സപ്പോർട്ട് അഡീഷണലായിട്ട് ബജറ്റിൽ വരുന്നു. ആ സപ്പോർട്ടിനെ കണക്ട് ചെയ്തുകൊണ്ട് കൂടുതലായിട്ടുള്ള ലെൻഡിങ് ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസോ എല്ലാം തീർച്ചയായിട്ടും ബാങ്കുകൾക്കുണ്ടാവും. ബാങ്കുകൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയായിരിക്കും കാണുന്നത്. ഹരിസാർ, ഇപ്പം അതിലേക്ക് തന്നെ വരുന്നത് ഹരിസാർ, ഇപ്പം നമ്മുടെ ബാബു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇന്ത്യയിൽ ആകമാനമുള്ള MSMEകൾക്ക് വേണ്ടിയിട്ടാണ് ഈ 10,000 കോടി രൂപ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ വലിയ തോതിൽ പൊട്ടൻഷ്യൽ ഉള്ള, ഇന്ത്യനെ വലിയ തോതിൽ ഉയർച്ചയിൽ കൊണ്ടുപോകാൻ സാധ്യതയുള്ളൊരു കരുത്തുള്ളൊരു സെക്ടർ കൂടിയാണ്. സോ ഈ ഒരു അലോക്കേഷൻ വല്ലാതെ കുറഞ്ഞു പോയി എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? അല്ല, ഈ അലോക്കേഷൻ കുറവാണ്. എപ്പോഴും ഇന്ത്യയിൽ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ MSME സെക്ടറാണ് രണ്ട് തരത്തിൽ എക്കോണമിയെ ചലിപ്പിക്കാൻ കഴിയുള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് വൈസ്, രണ്ടെന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ്. ഇത് രണ്ടും സാധിക്കുന്നത് ഒരു സെക്ടറാണ് ഇത്. ഇപ്പോൾ ഈ MSME സെക്ടറിൽ ഉൽപ്പാദിപ്പിക്കുന്ന
പ്രോഡക്ട്സ് എല്ലാം തന്നെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആകണം, ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് ചെല്ലണം എന്നില്ല, അത് ഇൻപുട്ടായിട്ട് മാറാനുള്ള സാധ്യത ഇല്ല. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ലിങ്കേജ് എഫക്റ്റുകൾ അവിടെ വരാനായിട്ടുള്ള വളരെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ 10,000 കോടി എന്ന് പറയുന്നത് സഫീഷ്യൻ്റ് ആണെന്ന് എനിക്കൊരിക്കലും ഇല്ല. പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു, അതിനകത്തൊരു വാക്കിന് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, അതാണ് ഞാനൊരു പോയിന്റ്. ഇക്വിറ്റി സപ്പോർട്ട് എന്നാണ് അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവിടെ. ആ ഇക്വിറ്റി സപ്പോർട്ട് എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആവേണ്ടവരുണ്ടാവുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു 2,000 കോടി വീണ്ടും പറയുന്നുണ്ട്. ആ 2,000 കോടി പറയുന്നത് സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള MSME യൂണിറ്റുകളാണ്. മൂന്നാമത് വീണ്ടും വേണം ഒരു ലിക്വിഡിറ്റി സപ്പോർട്ട് കൊടുക്കും എന്നാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഡയറക്റ്റായിട്ട് ബാങ്കിങ് സെക്ടറിൽ കൂടി വരാനുള്ള സാധ്യതകൾ കുറവുണ്ട്. അതിനകത്ത് സംശയത്തോടു കൂടിയാണ് നമ്മളിതിനെ കാണേണ്ടത്. ഇക്വിറ്റി സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ലോൺ ബേസിലാണോ ഇത് ഉദ്ദേശിക്കുന്നത്, വേറെ എന്തെങ്കിലും അതിനകത്ത് മീനിങ് കാണുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയത്തോടു കൂടിയാണ് അതിനെ വീക്ഷിക്കേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ്. ഡയറക്റ്റ് ആണെങ്കിൽ 10,000 പോരാ എന്തായാലും. അതായത് ഏതായാലും ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ MSME സെക്ടറിനെ സംബന്ധിച്ചിട്ട് ഇപ്പം ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് ഡൈജസ്റ്റ് ആയിട്ട് വരാൻ നമുക്കൊരു ടൈം എന്തായാലും എടുക്കും. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു അപ്ഡേഷൻ ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു നമ്മൾ ഫാർമയുടെ കേസ്, അതായത് ഫാർമയെ സംബന്ധിച്ച് പറയുമ്പോഴേക്കും ഈ ഒരു ടാരിഫ് വന്നപ്പോഴേക്കും ഒരുപാട് പ്രതിസന്ധികൾ നേരിടാൻ സാധ്യതയുള്ളൊരു സെക്ടർ എന്ന് വിലയിരുത്തിയിരുന്നതായിരുന്നു ഫാർമ എന്ന് പറയുന്നത്. പക്ഷേ ജനറിക് മെഡിസിനിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ തോതിൽ എഫക്റ്റ് ഉണ്ടായിട്ടില്ല. ഏതായാലും ഇനി മുന്നോട്ടേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ അത്തരം പ്രഖ്യാപനങ്ങൾ, കൂടുതൽ ടാരിഫ് വന്നേക്കാം എന്നൊരു നോഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും മെഡിക്കൽ ടൂറിസം പോലെയുള്ള പല തരത്തിലാണ് ഫാർമ മേഖലയ്ക്ക് ഒരു പുഷ് വന്നിരിക്കുന്നത്. ബയോ ഫാർമയായിട്ട് വന്നിട്ടുണ്ട്. സോ ഫാർമ സെക്ടറിലുള്ള ഈ ഒരു പുഷിനെ എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യനെ ഒരു സെൽഫ് റിലയൻസ്, ഫാർമ മേഖലയിൽ ഒരു സെൽഫ് റിലയൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ പര്യാപ്തമാണോ? അല്ല, ഫാർമ സെക്ടറിൽ ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഒരു പുഷ് കൊടുക്കേണ്ട ഒരു ആവശ്യമുള്ളൊരു മേഖലയാണ്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ചും ചെയ്യേണ്ടതാണ്. അതായത് MSME സെക്ടറിനൊക്കെ കൊടുക്കുന്ന പോലെ കൊടുക്കാനുള്ളതല്ല, ആ പുഷ് കൊടുക്കേണ്ടത് വളരെ കെയർഫുള്ളായിട്ടാണ് ഫാർമ സെക്ടറിൽ കൊടുക്കേണ്ടത്. നമ്മുടെ ഇക്കോണമിയിൽ മാത്രമല്ല ഇൻ്റർനാഷണൽ ലെവലിലും അത് സെയിൽ ചെയ്യേണ്ട പ്രോഡക്ട്സ് ആണ് എന്ന ഒരു പ്രത്യേകം. അപ്പോൾ അതിന് വേണ്ട R&D എല്ലാം ഇവിടെ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ R&Dയോട് കൂടിയിട്ട് വേണം ഇതിനുള്ള, അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും ഒരു പുതിയ മെഡിസിൻ കണ്ടെത്തുവാനായിട്ടും നമുക്ക് കഴിവുണ്ടോ, ആ കഴിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകതയുള്ളത്. ഈ ഫാർമ സെക്ടറിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് എപ്പോഴും ഫാർമ സെക്ടറിൽ കൊടുക്കുന്നതിൽ യാതൊരു ഇതും കാണേണ്ട ആവശ്യമില്ല. എന്താ പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ലെവലിൽ പലതരത്തിലുള്ള ഭീഷണികളും നമ്മൾ നിൽക്കുന്ന സമയത്ത് നിൽക്കുന്നത്. ജനറിക് മെഡിസിൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കൊരു പരിധിവരെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത്. അത് വളരെ ശരിയായിട്ടുള്ള ഒരു ദിശയിലേക്കാണ് അത് ഫാർമ സെക്ടറിൽ പോകേണ്ടത്. ഫാർമ സെക്ടർ എന്ന് പറയുമ്പോൾ അവിടെയും ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം ഫാർമ സെക്ടറിൽ ഒരു ഹ്യൂജ് ഫാർമ സെക്ടേഴ്സ് ഇന്ത്യയിലുണ്ട്. അവരെ സ്റ്റോക്ക് മാർക്കറ്റിൽ ചലിപ്പിക്കുന്നത് എന്തുമാത്രമാണെന്നുള്ളൊരു ഉണ്ട്. റാൻബാക്സി അതേപോലത്തെ പല വലിയ കമ്പനികളുണ്ട് നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ അവർക്കൊക്കെ ഇതിനോട് ഇക്കോണമിയിൽ വേണ്ട രീതിയിൽ ചലിപ്പിക്കാൻ സാധിക്കും. ഫാർമ സെക്ടറിലേക്ക് നല്ല ഡൈവേഴ്സിഫൈഡ് പ്രോഡക്ട്സ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു പ്രത്യേകത എന്നൊരിടത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫാർമസ്യൂട്ടിക്കൽ റിസർച്ചും അതിൻ്റെ സ്റ്റഡീസും ട്രെയിനിങ്ങും എല്ലാം കൊടുക്കും. അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ലോക്കൽ മാർക്കറ്റിൽ ആക്സസിബിലിറ്റി ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിനകത്തുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കുട്ടിക്കാലത്ത് 10 പൈസയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന പാരസെറ്റമോൾ ഇന്ന് അത് വിലയ്ക്ക് കിട്ടുന്നില്ല. അതൊരു പാരസെറ്റമോൾ എന്നുള്ളത് നമ്മൾ ജനറിക് മെഡിസിനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ അപ്പോൾ ആ ഒരു വരുന്ന വ്യത്യാസം ആണ്. അതിനകത്ത് മെഡിസിൻ കണ്ടന്റ് വളരെ കുറവാണെന്ന് നമുക്കറിയാം. ബാക്കിയുള്ള വേറെ ചില സാധനങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കാണുന്നതിന്, അതായത് ആക്സസിബിലിറ്റി ടു പ്രോഡക്റ്റ്, ഇത് ആരുടെ കയ്യിലാണ് ചെല്ലേണ്ടത്. ഇപ്പോൾ ഒരു പ്രത്യേകത ഈ മെഡിസിൻസിനെ പറ്റി പറയുകയുണ്ടായി. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ചില മെഡിസിൻസിൻ്റെ വില കുറയും എന്നുള്ളത്. വില കുറയും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതേപോലെ തന്നെ ഒരു പരിധിവരെ ഈ ഡയബറ്റീസിനും ഉള്ള ട്രീറ്റ്മെൻറ്റിനുള്ള മെഡിസിന് വില കുറയും എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇൻഡിജീനിയസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇന്ത്യയിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിനാണോ ഈ വില കുറയുന്നതോ അതോ എന്തെങ്കിലും എക്സംഷൻസ് കൊടുക്കാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ? ഇപ്പോൾ ക്യാൻസറിന് വേണ്ടിയുള്ള പല മരുന്നുകൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, പല ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി, അതിൻ്റെ ഒരു ക്ലാരിറ്റി ഈ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൻ്റെ റിഫോംസിൽ ആവശ്യമുണ്ട്. കസ്റ്റംസ് ഡ്യൂട്ടിയാണ് ഒഴിവാക്കിയിരിക്കുന്നത് ഇപ്പോൾ പ്രധാനമായിട്ട്. എക്സാക്ട്ലി കറക്റ്റ്. അവിടെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്. അതാ പറഞ്ഞ ഈ ബജറ്റിലെ പ്രത്യേകത ഒരുപാട് ക്ലാരിറ്റി നമുക്ക് ആവശ്യമുണ്ട്.
ക്ലാരിറ്റി ഡൈജസ്റ്റ് ആയിട്ട് വരാൻ ഇനിയും ഡൈജസ്റ്റ് ആയിട്ട് വരിക എന്നുള്ളത് ഈ കഴിഞ്ഞ വർഷത്തെ കാണിച്ചു കൊടുക്കുകയാണ്. അതിന് മുമ്പ് ഈ ഏർലിയർ വേർഷൻസ് നിർമ്മല സീതാരാമൻ്റെ ഏർലിയർ പ്രസൻറ്റേഷൻസിനാണ് ഈ പ്രശ്നം വളരെ ലൈറ്റായിട്ട് എടുത്തുള്ളൊരു പ്രസൻറ്റേഷനാണത്. വിമർശിക്കുകയല്ല, പക്ഷേ അത് വെച്ചിട്ടൊരു പെട്ടെന്നൊരു അനാലിസിസ് നമ്മൾ നടത്തിക്കൊണ്ട് പറയാനായിട്ട് സാധിക്കാത്തൊരു കറക്റ്റ് അത് തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. സാർ, ഏതായാലും നമുക്കിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റ്സ് കൂടി ഒന്ന് പരിശോധിക്കാനുണ്ട്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് റിസർച്ച് ഡെസ്കിൽ നിന്നും വിഷ്ണു ആണ്. വിഷ്ണു, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ അനില. വിഷ്ണു, മാർക്കറ്റിൻ്റെ ആ ഒരു കഴിഞ്ഞ, അതായത് ബജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെ പരിശോധിക്കുമ്പോൾ വളരെ ഹെവി ആയിട്ടൊരു സെല്ലിംഗ് പ്രശ്നമായിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്. സൈക്കോളജിക്കൽ മാർക്കായിട്ടുള്ള 25,000 എന്നൊരു ലെവലും കൈവിടുന്നൊരു സ്ഥിതി കണ്ടിട്ടുണ്ടായിരുന്നു. നിലവിലത്തെ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ എന്താണ്? എനിക്ക് തോന്നുന്നു പല സെക്ടേഴ്സിലും ഒരു മിക്സഡ് ആയിട്ടുള്ള, അതായത് നിലവിൽ IT സെക്ടറിൽ വലിയ തോതിൽ ഒരു മുന്നേറ്റം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റെല്ലാ സെക്ടേഴ്സിലും ഒരു സെല്ലിംഗ് പ്രശ്നമാണ് നേരിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് അപ്ഡേറ്റ്സ്? അല്ല, ഇന്ന് മാർക്കറ്റിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ബഡ്ജറ്റിന് മുമ്പ് മാർക്കറ്റിലൊരു നേരിയ ഇടിവൊക്കെയാണ് ഉണ്ടായിരുന്നെങ്കിൽ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം മാർക്കറ്റ് ആ ഒരു നില കൈവിടുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. അതായത് മാർക്കറ്റ് കൃത്യമായ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 50 ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 25,038 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 283 പോയിന്റ് ഇടിവ് കാണുന്നുണ്ട്. അതായത് 1% മുകളിലേക്ക് ഇടിവ് നിഫ്റ്റി 50 ഇന്നിപ്പോൾ രേഖപ്പെടുന്നുണ്ട്. ബാങ്കിങ് സൂചികയിലോട്ട് വരുമ്പോഴും വീക്ക്നെസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 58,747 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. 862 പോയിന്റിൻ്റെ ഇടിവ്, അതായത് 1.5% അടുത്തൊരു ഇടിവ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. NSEയിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇന്ന് ഓവറോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു സ്റ്റോക്കുകളുടെ എണ്ണം നമ്മൾ നോക്കുമ്പോൾ 3100-ലധികം ഓഹരികളിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുമ്പോൾ 1900-ഓളം ഓഹരികൾ, ഓൾമോസ്റ്റ് 2000-നടുത്ത ഓഹരികളും ഇടിവാണ് ഇന്ന് മാർക്കറ്റിൽ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. 1146-ഓളം ഓഹരികളിൽ മാത്രമേ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ നേട്ടം കാണാൻ സാധിക്കുന്നുള്ളൂ. ഇന്നത്തെ വിപണിയിലോട്ട് വരുമ്പോൾ എന്തുകൊണ്ട് മാർക്കറ്റ് ഇത്തരത്തിലൊരു ഇടിവ്, ഇല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം അത്തരത്തിലൊരു ഇടിവ് ഉണ്ടാകുന്ന കാരണങ്ങളിലോട്ട് പോകുമ്പോൾ എടുത്തു പറയേണ്ടത് STTയിൽ വന്നിരിക്കുന്നത്, അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിൽ വന്നിരിക്കുന്ന STTയിലുള്ള ഒരു ഇൻക്രീസ് വലിയൊരു കാരണമായിട്ടുണ്ടെന്നാണ് പറയാൻ സാധിക്കുന്നത്. മാത്രമല്ല ബഡ്ജറ്റിന് മുമ്പ് ഡിഫൻസിൽ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഡിഫൻസ് സെക്ടറിന് വലിയ അനുകൂലമാകുമെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രതീക്ഷകളുണ്ടായിരുന്നെങ്കിൽ തന്നെ മാർക്കറ്റിലോട്ട് വരുമ്പോൾ മേജറായിട്ടുള്ള വലിയ അനൗൺസ്മെൻറ്റുകളൊന്നും ഈ ഒരു സെക്ടറിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല നമ്മൾ മാർക്കറ്റിലെ മൊത്തം മെറ്റൽ സെക്ടർ അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് വരുമ്പോൾ ഗ്ലോബൽ ഒരു സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ വോളറ്റാലിറ്റിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. റുപ്പിയുടെ ഒരു വീക്ക്നെസ് സ്റ്റിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടാതെ ക്യാപെക്സ് ഫിനാൻഷ്യൽ ഇയർ 2027 ക്യാപെക്സ് നോക്കുമ്പോൾ അനലിസ്റ്റ് എസ്റ്റിമേഷനേക്കാളും താഴെയായിട്ടുള്ള രീതിയിലുമാണ് വന്നതായിട്ട് കണ്ടത്. ഏതായാലും അതൊക്കെ കൂടാതെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളില്ല. ഈ ഒരു STTയിൽ വന്നിരിക്കുന്ന ആ ഒരു ചാർജ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് മാർക്കറ്റിനെ ഒരു സെല്ലിംഗ് പ്രഷറിലോട്ട് നയിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു സെക്ടർ വൈസ് പെർഫോമൻസുകളൊക്കെ ഒന്ന് പരിശോധിക്കാം. ഇന്നത്തെ അനില് നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ആ ഒരു സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കുമ്പോൾ കൂടുതൽ ഇൻഡൈസസുകളൊക്കെ തന്നെ ഇടിവാണ് രേഖപ്പെടുന്നത്. എന്നാലും ചില ഇൻഡൈസസുകൾ ഇന്ന് മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് ട്രേഡിംഗ് തുടരുന്നുണ്ട്. നമ്മൾ മാർക്കറ്റിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ടത്, നമ്മൾ ഇതിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ IT ആണ് ഇന്നൊരു പല സെക്ടറുകളും ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു നിലയിൽ IT ഇൻഡെക്സിനാണ് ഇന്നൊരു ആശ്വാസം രേഖപ്പെടുത്താൻ മാർക്കറ്റ് സാധിച്ചിരിക്കുന്നത്. ഇന്ന് 1% മുകളിൽ 1.5%-യൊക്കെ ഒരു നേട്ടം IT ഇൻഡെക്സ് ഇപ്പോൾ രേഖപ്പെടുന്നുണ്ട്. മാത്രമല്ല ITയിലെ പല പ്രമുഖ സ്റ്റോക്കുകളിലൊക്കെ ഒരു മികച്ച മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് വിപ്രോ തുടങ്ങിയുള്ള ഓഹരികളിലൊക്കെ തന്നെ മാർക്കറ്റിലൊരു നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ടാണ് ഇത് കാണാൻ സാധിക്കുന്നത്. മറ്റു സെക്ടറുകൾ പരിശോധിക്കുമ്പോൾ ഇന്ന് വലിയ ഇടിവ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുന്ന സെക്ടറുകളിലോട്ട് വരുമ്പോൾ ഒന്ന് മെറ്റലും PSU ബാങ്കുമാണ്. മെറ്റലിനെ സംബന്ധിച്ച് ആ ഗ്ലോബൽ വോളറ്റാലിറ്റിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി ഈ ഒരു ഇടിവ് രേഖപ്പെടുത്തിയ മാർക്കറ്റിൽ നിന്ന് 3.28% വലിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. PSU ബാങ്കിങ് സൂചിക സമാനമായി തന്നെ 4% അടുത്തേക്ക് ഒരു ഇടിവ് രേഖപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ റിയൽറ്റി 1% മുകളിലേക്ക് ഇടിവ് രേഖപ്പെടുന്നു. FMCGയിൽ 1.5% ഇടിവ്, ഫൈനാൻഷ്യൽ സർവീസസ് 1.73% എന്ന രീതിയിലുള്ള ഇടിവൊക്കെയാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. ഇന്ന് അല്പമെങ്കിലും ആശ്വാസം രേഖപ്പെടുത്തുന്ന സെക്ടറുകളിലോട്ട് വരുമ്പോൾ നേരത്തെ മെൻഷൻ ചെയ്ത IT കൂടാതെ കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഈ രണ്ട് ഇൻഡെക്സിലുമാണ് നമുക്ക് നേട്ടം കാണാൻ സാധിക്കുന്നത്. ഇനി ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കാം. ബ്രോഡർ മാർക്കറ്റ് സെക്ടർ പോലെയല്ല. സെക്ടറിൽ നമുക്ക് നേരിയൊരു സമ്മിശ്രമായ ഒരു പ്രതികരണം കാണുന്നുണ്ടെങ്കിൽ കൂടി ബ്രോഡർ മാർക്കറ്റിലോട്ട് വരുമ്പോൾ കൃത്യമായി മാർക്കറ്റ് ഇന്നൊരു ബെയേഴ്സിൻ്റെ പിടിയിലാണ്, അല്ലെങ്കിൽ കൃത്യമായി മാർക്കറ്റിൽ ഇടിവ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മിഡ് ക്യാപ്പ് 1.5% ഇടിവ് രേഖപ്പെടുന്നുണ്ട്. മിഡ് ക്യാപ്പ് 50, മിഡ് ക്യാപ്പ് 100 ഒക്കെ തന്നെ ഇടിവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. സ്മോൾ ക്യാപ്പിലോട്ട് വരുമ്പോൾ മിഡ് ക്യാപ്പിനെ അപേക്ഷിച്ച് അല്പം കൂടി വീക്കായിട്ട് തന്നെയുള്ള ഒരു പെർഫോമൻസാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. സ്മോൾ ക്യാപ്പ് 100 ഏകദേശം 2.25% ഒരു ഇടിവ് എന്ന രീതിയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു
സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ആ ഒരു സെഗ്മെൻറ്റിലോട്ട് വരുമ്പോൾ ഏതൊക്കെ ഓഹരികളിലാണ് ഇന്ന് വലിയ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തുന്നത് നോക്കാം. സ്മോൾ ക്യാപ്പിലോട്ട് വരുമ്പോൾ നമ്മളിന്ന് കാണുന്നത് സ്മോൾ ക്യാപ്പ് 100 വരുമ്പോൾ ഇന്ന് ഹിന്ദ് കോപ്പർ ഏതായാലും 13% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു അപ്പർ സർക്യൂട്ടൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാൻ സാധിച്ചിരുന്ന ഒരു ഓഹരിയായിരുന്നു ഹിന്ദ് കോപ്പർ. എന്നാൽ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ മെറ്റൽ സൂചികയുടെ ഒരു ഇടിവിനെ തുടർന്ന് തന്നെ ആ ഒരു സൂചികയിലുള്ള പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കായി തന്നെ ഹിന്ദ് കോപ്പറിലോട്ട് വരുമ്പോഴും വലിയ ഇടിവ് രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ MCX 12.95% ഇടിവ് രേഖപ്പെടുത്തുന്നു. ഏഞ്ചൽ വണ്ണിൽ നിന്ന് 8% ഇടിവാണ് കാണുന്നത്. ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത് STT പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ BSE അല്ലെങ്കിൽ ഏഞ്ചൽ വൺ അത്തരത്തിലുള്ള ഓഹരികളിലൊക്കെ തന്നെ അത് ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു മിഡ് ക്യാപ്പിലോട്ട് വരുമ്പോൾ ഇന്ന് ഏഞ്ചൽ വണ്ണിൽ വലിയ ഇടിവ് രേഖപ്പെടുന്നുണ്ട്. കൂടാതെ CDSL ഇന്ന് ഇടിവ് രേഖപ്പെടുന്നുണ്ട്. IIFL, നുവാമ വെൽത്ത് മാനേജ്മെൻറ്റ് തുടങ്ങിയ ഓഹരികളിലൊക്കെ തന്നെ 6.42% ഇടിവ് അല്ലെങ്കിൽ 6% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്മോൾ ക്യാപ്പിൻ്റെ ഒരു പ്രകടനം നോക്കാം. സ്മോൾ ക്യാപ്പിലോട്ട് വരുമ്പോൾ നമുക്ക് നിലവിൽ കാണുന്നത് എന്നാൽ സ്മോൾ ക്യാപ്പ് 50 തന്നെ നമുക്കത് പരിശോധിക്കാം. പല ഓഹരികളിലും നമുക്ക് ഇടിവ് തന്നെയാണ് സ്മോൾ ക്യാപ്പ് 50ലും കാണാൻ സാധിക്കുന്നത്. റാഡിക്കോ, കൂടാതെ റിലയൻസ് പവർ, ഐനോക്സ് വൈൻഡ് തുടങ്ങിയ ഓഹരികളിലൊക്കെ തന്നെ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മിഡ് ക്യാപ്പിൽ പ്രധാനപ്പെട്ട ഒരു നിഫ്റ്റി മിഡ് ക്യാപ്പ് 100 വരുമ്പോൾ ഇന്ന് ഇടിവിലോട്ട് വരുമ്പോൾ BDL ഇന്ന് 8.69% ഇടിവാണ്. മുത്തൂറ്റ് ഫിനാൻസിൽ 8% മുകളിലേക്ക് ഇടിവുണ്ട്. മെറ്റലിൽ നിന്നുള്ള നാഷണൽ അലൂമിനിയത്തിലോട്ട് വരുമ്പോൾ 8.5% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നതായിട്ടും കാണുന്നുണ്ട്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ഓഹരികളായ BSEയിലൊക്കെ തന്നെ ഒരു ഇടിവാണുള്ളത്. കൂടാതെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ന് നമുക്ക് കേരള ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ നമുക്ക് കേരള ബേസ്ഡ് ആയിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡിലോട്ട് വരുമ്പോഴും ഇന്ന് 5% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു മണിക്കൂർ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്താണ് നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു മാർക്കറ്റിൽ ഒരു ട്രേഡിംഗ് വോളിയം നടന്ന ഓഹരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് നിഫ്റ്റി 50യിലെ ഓഹരികൾ തന്നെ നോക്കാം. നിഫ്റ്റി 50യിലോട്ട് വരുമ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയം നടന്ന ഈ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ആക്റ്റീവ് വോളിയം കാഴ്ചവെച്ച ഓഹരികളിലൊന്ന് BL ആണ്. BLനെ സംബന്ധിച്ച് ഇന്ന് വലിയ രീതിയിലൊരു വോളിയം ട്രേഡിംഗ് നടന്നിട്ടുണ്ട്. കൂടാതെ ITC സമാനമായി തന്നെ ഒരു വോളിയം ട്രേഡിംഗ് നടന്നതായിട്ട് കാണുന്നുണ്ട്. ടാറ്റ സ്റ്റീൽ, വിപ്രോ, എറ്റേണൽ തുടങ്ങിയ ഓഹരികളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇന്നത്തെ ഒരു നിഫ്റ്റി 50 ഓഹരികളുടെ പ്രകടനം നോക്കാം. നിഫ്റ്റി 50 വലിയ ഇടിവ് കാഴ്ചവെക്കുന്ന ഒരു സമയത്ത് കൂടി നിഫ്റ്റി 50യെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അല്പമെങ്കിലും നിഫ്റ്റി 50നെ താങ്ങി നിർത്തിക്കൊണ്ട് അതായത് വലിയ ഇടിവിലോട്ട് പോകാത്തതിന് കാരണമെന്ന് പറയുന്നത് IT ഓഹരിയായ വിപ്രോയുടെ ഒരു നേട്ടമുണ്ട്. 3.47% നേട്ടമാണ്. കൂടാതെ മാക്സ് ഹെൽത്തിൽ 3% നേട്ടം, ടൈറ്റൻ 2.86% നേട്ടം, TCS, സൺഫാർമ തുടങ്ങിയ ഓഹരികളിലൊക്കെ തന്നെയുള്ളൊരു മുന്നേറ്റം ഇന്ന് നിഫ്റ്റി 50യിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ നിഫ്റ്റി 50 ഇൻഡെക്സിലോട്ട് വരുമ്പോൾ ഇന്നാകെ 8 ഓഹരികൾക്ക് മാത്രമേ മാർക്കറ്റിൽ നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ ഇടിവിലോട്ട് വരുമ്പോൾ ഹിൻഡൽകോ, SBIN, BL, കോൾ ഇന്ത്യ, ONGC തുടങ്ങിയ ഓഹരികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പ്രതീക്ഷയിലോട്ട് വരുമ്പോൾ വലിയ രീതിയിലൊരു ടാക്സിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്ന രീതിയിലൊരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം തന്നെ വലിയ രീതിയിലൊരു ടാക്സ് റിഫോം വന്ന സ്ഥിതിക്ക് ഗവൺമെൻറ് അത്തരത്തിലുള്ളൊരു തീരുമാനങ്ങളിലോട്ട് പോകില്ല എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. അതിൽ ടാക്സിൽ വലിയമായൊരു മാറ്റമൊന്നും ഇല്ലാതെ തന്നെയുള്ള ഒരു ബഡ്ജറ്റാണ് വന്നിരിക്കുന്നത്. ഗവൺമെൻറ്റിന് വലിയ രീതിയിലൊരു റവന്യൂ ഇടിവൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്തിൽ എന്തായാലും ടാക്സിലും കൂടാതെ ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് STTയിലൊക്കെ ഗവൺമെൻറ് എത്തരത്തിലൊരു തീരുമാനം എടുക്കുമെന്നുള്ളൊരു ആകാംക്ഷയിലായിരുന്നു ബഡ്ജറ്റ് ഇപ്പോൾ ഇന്ന് ആരംഭിച്ചത്. ഏതായാലും ബഡ്ജറ്റിൻ്റെ റിവ്യൂസൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏതായാലും മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്സ് ആയിട്ട് ഷെയർ ചെയ്യാനുള്ളത്. മാർക്കറ്റ് ഏതായാലും കനത്ത നിരാശയിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അനില. ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ബാക്ക്. ബഡ്ജറ്റ് അഥവാ ഈ പറയുന്ന പോലെ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്തത് അത് റിയാലിറ്റി ആയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്. എന്താണ് മാർക്കറ്റ് ഇതിനു വേണ്ടി റിയാക്ട് ചെയ്യുന്നത്? ബഡ്ജറ്റിന് സന്തോഷമായിട്ടാണോ അല്ലെങ്കിൽ സങ്കടമായിട്ടാണോ ബഡ്ജറ്റിന് റിയാക്ട് ചെയ്തതെന്ന് നമുക്കറിയാം. ബട്ട് അതിനു മുമ്പേ തന്നെ ഞാൻ പാനലിനെ ഇൻവൈറ്റ് ചെയ്യാം. എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു MD ആൻഡ് ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദോഹ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് മിസ്റ്റർ പ്രിൻസ് ജോർജ്. അത് കൂടാതെ തന്നെ ഓൺലൈനായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു മാനേജിംഗ് ഡയറക്ടർ ഓഫ് അക്യുമെൻ ക്യാപിറ്റൽ മാർക്കറ്റ് സർവീസസ് അക്ഷയ് അഗർവാൾ. അക്ഷയ്, ആർ യു ദേർ? PCRയിൽ നിന്ന് കണക്ഷൻ കിട്ടിയോ അക്ഷയ്ക്ക്? ഓക്കെ, അക്ഷയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുകൂടാതെ ഇൻ ഹൗസ് എക്സ്പേർട്ടായ പ്രദീപ് ചന്ദ്രശേഖറും കൂടെ ഉണ്ട് എന്നുള്ള ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് എക്സ്പേർട്സിനെ കവർ ചെയ്തുകൊണ്ടാണ്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ്, സ്റ്റോക്സ്, ബോണ്ട്സ് എന്നിങ്ങനെയുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിനെ 25-30 കൊല്ലത്തിൽ കൂടുതൽ അറിയുകയും നേരിട്ടറിയുകയും അതിൽ ഒരുപാട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്ത ആൾക്കാരാണ് നമ്മുടെ പാനലിൽ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ മുഖവരയോട് തന്നെ ഞാൻ പറയട്ടെ എന്നുള്ളതാണ്. ബഡ്ജറ്റിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും
ക്യാപിറ്റൽ മാർക്കറ്റിന് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ബഡ്ജറ്റിലില്ല. എന്നാൽ ബഡ്ജറ്റിൽ വേറെ കുറേ ഗ്രോത്ത് സ്റ്റോറീസ് അല്ലെങ്കിൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഒളിഞ്ഞിരിക്കേണ്ടതും താൻ. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശകലനമാണ് നമുക്ക് ഇനി അടുത്ത 1 മണിക്കൂർ നമുക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഏതാണ്ട് നിഫ്റ്റി 50 400 പോയിന്റോളം ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. അവിടുന്ന് ഏതാണ്ട് റിക്കവർ ചെയ്ത് ഏതാണ്ട് 300 പോയിന്റ്സ് മാത്രമായി ലോസ് എന്നുള്ള രീതിയിലാണ്. എങ്കിലും മാർക്കറ്റിന്റെ ഇന്റേണൽസ് വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിന് അധികം സ്ട്രെങ്ത് കാണുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്നാൽ ഒരു കൊല്ലത്തേക്ക് മാർക്കറ്റിന്റെ ഔട്ട്ലുക്ക് എന്താണ്, ഏതൊക്കെ സെക്ടറുകളിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട്, എന്തെങ്കിലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങളുണ്ടോ, പൊതുവെയുള്ള എക്കണോമി എങ്ങോട്ടാണ് നമ്മളെ ഗൈഡ് ചെയ്ത് പോകണമെന്നൊക്കെ അറിയാനാണ് നമ്മുടെ ഇവിടെ എക്സ്പെർട്സ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ആസ് ആൻഡ് വെൻ അക്ഷയ് അഗർവാൾ വരുമ്പോൾ ഞാൻ ആ കണക്ഷൻ അങ്ങോട്ടും കൂടി എടുക്കാം. എനിക്ക് ആദ്യമായി പ്രിൻസ് ജോർജിനോടാണ് ചോദിക്കാനുള്ളത്. പ്രിൻസ്, 2 രീതിയിൽ നമുക്ക് ഈ ബഡ്ജറ്റിനെ കാണേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഒരു കോമൺ മാന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ബഡ്ജറ്റ് എങ്ങനെയാണ്. രണ്ടാമത്, ക്യാപിറ്റൽ മാർക്കറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ബഡ്ജറ്റ് എന്താണ്? ആദ്യം പറയണം. കോമൺ മാൻ ആദ്യം തുടങ്ങിയിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് പോകും. കോമൺ മാന്റെ വ്യൂവിൽ നോക്കിയാൽ ഇന്ന് കോമൺ മാനിലുള്ള നല്ലൊരു പങ്ക് ആളുകളും ക്യാപിറ്റൽ മാർക്കറ്റിലും ചെറുതായിട്ടൊക്കെയും ഒക്കെ ഇൻവോൾവ് ആണെന്നുള്ളതാണ് ഒരു സമീപകാലത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഒരു ആംഗിളിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ക്യാപിറ്റൽ മാർക്കറ്റിൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു ബജറ്റായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഒരു നിരാശ തോന്നിയേക്കാം ആ ഒരു ആംഗിളിൽ മാത്രം. എന്നാൽ മറിച്ച് വേറൊരു ആംഗിളിൽ തിങ്ക് ചെയ്താൽ ഈ ബജറ്റിനകത്ത് അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. കോമൺ മാനെ ഡയറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യാവുന്ന ടാക്സ് പ്രപ്പോസൽസ് ഒന്നും ഇതിനകത്തില്ല. കാര്യം അത് GSTയിലൊക്കെയാണല്ലോ വരുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്തു വെച്ചിട്ടുണ്ട് ബജറ്റിനകത്ത്. കാര്യം ഉദാഹരണം പറഞ്ഞാൽ ഇനിയിപ്പോൾ എയുടെ കാലമാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വരത്തക്ക രീതിയിലുള്ള ചില പ്രപ്പോസൽ, ടാക്സ് ഹോളിഡേയ്സ് കൊടുക്കുക, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ജോബ്സ് ക്രിയേറ്റ് ചെയ്യും കുറച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് കോമൺ മാൻ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്തുള്ളതായിട്ട് എനിക്ക് അറ്റ് പ്രസൻറ്റ് എനിക്കത് ബജറ്റിൻ്റെ ഒരു സ്പീച്ച് കേട്ടിട്ട് മനസ്സിലായില്ല. ഇനി ഡീറ്റെയിൽസ് വരുമ്പോൾ ചിലപ്പം ഏതെങ്കിലും ഒരു സെക്ടറിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടോ എന്ന് പറയാനൊക്കത്തില്ല. ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രതീക്ഷയായിരുന്നു ഈ ബജറ്റ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു റിഫോം കൊണ്ടുവരാനായിട്ടുള്ള നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ബജറ്റാണ്. ഗവൺമെൻറ് ചില ഇൻറ്റൻ്റൊക്കെ അതിന് കാണിച്ചിരുന്നു. ഈ GSTയുടെ ഒരു റാഷണലൈസേഷൻ ചെയ്തപ്പോഴും ലേബർ റിഫോംസ് ഒക്കെ കൊണ്ടുവന്നപ്പോഴും എപ്പോഴും കൊണ്ടുവരുമ്പോൾ കൂടുതൽ പ്രതീക്ഷിക്കുമല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത്തവണ അതിനൊരു നീഡ് ഉണ്ടായിരുന്നു. കാര്യം ഈ ഗ്ലോബൽ സിറ്റുവേഷൻ ഒരു അൺസർട്ടൺ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ലോകത്തെല്ലായിടത്തും, പ്രത്യേകിച്ച് അത് നേരത്തെ തന്നെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം തന്നെ, ഗ്രോത്തിനെ സംബന്ധിച്ചും പല ഡെവലപ്പ് കൺട്രീസിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചും യുദ്ധങ്ങളും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ട്രംപ് വന്നപ്പോൾ പിന്നെ അതൊരു ഡെയിലി ബേസിസിലുള്ള ഒരു റൊട്ടീനായിട്ട് അങ്ങ് മാറി. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയ അൺസർട്ടനിറ്റി വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മുടെ ബജറ്റിൽ കൂടെ ഒരു നല്ല റിഫോംസ് കൊണ്ടുവന്ന് എക്കണോമിക്ക് ഒരു ബൂസ്റ്റ് കൊടുക്കാം എന്നുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തിയോ എന്നുള്ളതാണ് ഒരു ചെറിയൊരു ഡൗട്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് പോകാം. ഒറ്റ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ കോമൺ മാന് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ആകാനുള്ള പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. സ്റ്റോക്ക് മാർക്കറ്റിലും പ്രത്യേകിച്ച് ക്യാപിറ്റൽ മാർക്കറ്റ് പ്ലേയേഴ്സിന്, മ്യൂച്വൽ ഫണ്ടുകൾക്കാണെങ്കിലും ഇൻ്റർമീഡിയറീസ്, ബ്രോക്കേഴ്സ് പോലെയുള്ളവർക്കൊക്കെ ആണെങ്കിലും STT കൂട്ടിയത് മാത്രമല്ല, മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഒരു എക്സ്പെൻസ് റേഷ്യോയിൽ ഒരു 20% അവരുടെ ഡിവിഡൻഡ് ഇൻകത്തിൽ നിന്ന് അവർക്ക് സ്പെൻഡ് ചെയ്യാമായിരുന്നു. അതും ഇപ്പം മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ വന്നപ്പം പൊതുവേ ആ ഇൻഡസ്ട്രിക്ക് ഒട്ടും സപ്പോർട്ടീവായിട്ടുള്ള ഒരു ബജറ്റായിട്ട് വന്നില്ല. അതാണ് മാർക്കറ്റിൽ ഒരു ഇമ്മീഡിയറ്റ് നെഗറ്റീവ് റിയാക്ഷൻ വന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, ബജറ്റ് ഡേയിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ന്യൂസാണ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ബജറ്റ് കുറച്ച് നെഗറ്റീവായിട്ട് പോകും മാർക്കറ്റ്. പക്ഷേ ഒരു 1-2 ദിവസം കഴിയുമ്പോൾ മാർക്കറ്റ് അങ്ങ് നോർമലൈസ് ചെയ്യും. ഇന്ന് തന്നെ ചിലപ്പോൾ കുറച്ചുകൂടെ തിരിച്ചൊക്കെ വേണമെങ്കിൽ, അതൊക്കെ മാർക്കറ്റിൽ എപ്പോഴും സംഭവിക്കുന്നത്, എല്ലാ ബജറ്റിലും സംഭവിക്കുന്നത്. ഒരു വൺ വേ മാർക്കറ്റ് റിയാക്ഷൻ നോക്കിയിട്ട് ഇതൊരു വളരെ മോശം ബജറ്റെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, താങ്ക് യു പ്രിൻസ്. ഞാനിപ്പോൾ ബഡ്ജറ്റിൻ്റെ ചെറിയൊരു കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ബഡ്ജറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം ഫിസിക്കൽ പ്രൂഡൻസ്, അതായത് ഒരു ഫിസിക്കൽ ഡിസിപ്ലിൻ വേണ്ടിയിട്ടാണ്. ഓവർ സ്റ്റിമുലസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒരു ഡിസിപ്ലിനിൽ കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. രണ്ടാമത്, വളരെ ക്യാപെക്സ് ഹെവി ബഡ്ജറ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം 12.2 lakh crore ആണ് ക്യാപിറ്റൽ ഔട്ട്ലേ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ കൺസംഷൻ്റെ കാര്യത്തിലാണെങ്കിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ, വലിയ രീതിയിലുള്ള സപ്പോർട്ട് വന്നില്ല. നേരത്തെ പ്രിൻസ് പറഞ്ഞ പോലെ GST എന്നൊക്കെ പറഞ്ഞത് ബഡ്ജറ്റിൻ്റെ പുറത്തുള്ള, അതായത് ഔട്ട്സൈഡ് ദ ബഡ്ജറ്റ് ആയതുകൊണ്ട് സെപ്റ്റംബർ 2025 തന്നെ അവിടെ GSTക്ക് വലിയൊരു റാഷണലൈസേഷൻ വന്നിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പിന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സെക്ടറിൽ അലൊക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രിൻസ് പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സെമി കണ്ടക്ടർ, ഡേറ്റാ സെൻറ്റർ അല്ലെങ്കിൽ GCC ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്ററിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ബട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നോ സപ്പോർട്ട് ഫോർ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. അല്ലെങ്കിൽ ഇതൊരു പറ്റിയ സമയമായിരുന്നു. എസ്പെഷ്യലി FIIസും FPIസും ഇന്ത്യയിൽ നല്ല രീതിയിൽ സെല്ല് ചെയ്യുന്ന സമയത്ത്
ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്തെങ്കിലും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിനോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിനോ ഒരു ചെറിയൊരു ടിങ്കറിങ്ങോ ആശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ട്രിഗറായി മാറിയേനെ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു ലെറ്റ് ഡൗൺ ആയിപ്പോയി എന്നുള്ള. ബട്ട് അതിനകത്ത് സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു ക്യാപിറ്റൽ മാർക്കറ്റിലെ ഡയറക്റ്റ് പ്ലെയറായ DBFSന്റെ മാനേജിംഗ് ഡയറക്ടർ പ്രിൻസ് തന്നെ പറഞ്ഞേക്കുന്നു, ഈ പറയുന്ന പോലെ വലിയ നെഗറ്റീവ്സ് ഒന്നും കാണാനില്ല, കാണുന്ന പല കാര്യങ്ങളും ടെമ്പററി ആണ് എന്നുള്ളത്, ഒരു പരിധി വരെ അത് കറക്റ്റുമാണ് എന്നുള്ളത്. നമുക്ക് മറ്റൊരു അഭിപ്രായം എന്നുള്ള രീതിയിൽ പ്രദീപ് ചന്ദ്രശേഖരൻ്റെ അടുത്ത് നമുക്കൊന്ന് പോവാം. പ്രദീപ്, എന്താണ് ഒറ്റ നോട്ടത്തിൽ ഇതിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടോ ക്യാപിറ്റൽ മാർക്കറ്റിന്, എന്തെങ്കിലും സെക്ടേഴ്സിനോ? ക്യാപിറ്റൽ മാർക്കറ്റിന് പൊതുവേ ഒരു ചെറിയൊരു എന്താ പറയുക പ്രതീക്ഷ ഒത്ത് ഉയർന്നില്ല എന്നുള്ളത് സത്യം. എന്തെങ്കിലും നെഗറ്റീവായിട്ട് പ്രദീപ് കാണുന്നുണ്ടോ? റിയാക്ഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ STT, ബോത്ത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. അത് ഡെഫിനറ്റ്ലി മൈ പേഴ്സണൽ എക്സ്പെക്ടേഷൻ STT കുറയ്ക്കുമെന്നായിരുന്നു. ആൻഡ് ഐ തിങ്ക് മെനി മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആക്ച്വലി വാണ്ടഡ് ഓർ anticipated that. That is the only negative thing. But മറ്റേത് ഐ തിങ്ക് some reforms, some major announcements നമ്മൾ ഡിഫൻസ് മേഖലയിൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, അതും നടന്നിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ബട്ട് നമ്മൾ അറ്റ് ബ്രോഡർ മാക്രോ പിക്ചർ പ്രിൻസ് പറഞ്ഞതുപോലെ ദിസ് ഇസ് more conservative consolidation. It is a continuation of government's incremental budget. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, വിച്ച് ഐ തിങ്ക് ഓൺലി വെൻ യു റീഡ് ദ ഫൈനൽ പ്രിന്റ് മനസ്സിലാകാൻ പോകുന്നത്, ഈ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 3-4 വർഷത്തെ ത്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺ സ്കിൽ ഡെവലപ്മെൻറ്റ്. സോ ഈ തവണ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒത്തിരി അനൗൺസ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് Institute of Chartered Accountants, Institute of Cost Accountants, Institute of Company Secretaries. They have been asked to come up with new short-term courses, skill development, job-oriented. India facing one of the biggest problems is today job generation. So, and there's a big disconnect between industry and what academia offers. അതിനോടൊപ്പം തന്നെ ഇൻഡസ്ട്രിക്ക് സമീപമായിട്ട് എഡ്യൂക്കേഷണൽ ടൗൺഷിപ്സും കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ദീസ് ഐ തിങ്ക് ആർ ഫാർ റീച്ചിങ് അനൗൺസ്മെന്റ്സ്. ഓക്കെ, താങ്ക് യു പ്രദീപ്. ഐ തിങ്ക് ഐ ഹാവ് അക്ഷയ് അഗർവാൾ ഓൺലൈൻ. അക്ഷയ്, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സുരേഷ്. അക്ഷയ്, ഒരു ഇനിഷ്യൽ റിയാക്ഷൻ, അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് വി ആർ ഫോർച്ചുനേറ്റ് ഇനഫ് ടു ഹാവ് two capital market intermediaries in my studio. One is Prince George, your good friend, ഇവിടെ ഉണ്ട് DBFSന്റെ. അതുകൂടാതെ നൗ അക്യൂമൻ ക്യാപിറ്റൽ മാർക്കറ്റ് സർവീസിന്റെ മാനേജിംഗ് ഡയറക്ടർ അക്ഷയ് അഗർവാൾ. ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു പോസിറ്റീവ് ട്രിഗർ വന്നില്ല എന്ന് അക്ഷയ്ക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് കാണുന്നുണ്ടോ? ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഈ പറയുന്ന പോലെ STT ഇൻക്രീസ് ചെയ്ത ഒരു കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഫ്യൂച്ചേഴ്സിൽ 150%, ഓപ്ഷനിൽ 50%. കൂടുതലും നമ്മളെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ബ്രോക്കർ എന്ന രീതിയിൽ നമ്മൾ ടേൺ ഓവറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു വർഗം സ്പീഷീസ് ഓഫ് ആൾക്കാരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിന് ജനറലി എന്തെങ്കിലും നെഗറ്റീവായിട്ട് അക്ഷയ് കാണുന്നുണ്ടോ? ക്യാപിറ്റൽ മാർക്കറ്റിന് വേണ്ടി ഈ ബഡ്ജറ്റ് നെഗറ്റീവ് തന്നെയാണ്. ബട്ട് ഐ തിങ്ക് ഈ ബഡ്ജറ്റ് നമ്മൾ ഓവറോൾ നോക്കേണ്ടത് 2 പെർസ്പെക്റ്റീവാണ്. ഒന്ന് ഇക്കോണമി വെച്ച് എങ്ങനെയാണ് ബഡ്ജറ്റ്, ആൻഡ് സെക്കൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് പ്ലേയേഴ്സിന് വേണ്ടി എങ്ങനെയാണ് ബഡ്ജറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് പ്ലേയേഴ്സ് വിതൗട്ട് എ ഡൗട്ട് നെഗറ്റീവ് തന്നെയാണ്. STT ചെറിയ റൈസ് ഒന്നുമല്ല. ഇറ്റ്സ് ഗോൺ അപ്പ് ഓപ്ഷൻസിൽ 50% ആൻഡ് ഫ്യൂച്ചേഴ്സിൽ 150%. അപ്പോൾ ഇന്ത്യ എമംഗ് ദ വേൾഡ് തന്നെ ഒരു ഭയങ്കര വൈബ്രൻറ്റ് ഒരു ലീഡിങ് എക്സ്ചേഞ്ച് ആണ്. ഇൻഫാക്ട് നമ്പർ 1 ഇൻ ദ വേൾഡ്. ആൻഡ് അതിൻ്റെ വൺ ഓഫ് ദ റീസൺ ഇസ് ദ വൈബ്രൻറ്റ് ഡെറിവേറ്റീവ്സ് മാർക്കറ്റ് ഇന്ത്യയിലുള്ളത്. ഇത്രയും ഒരു പെട്ടെന്ന് ഒരു STT കൂട്ടുമ്പോൾ അതിൻ്റെ ഡെഫിനറ്റ്ലി ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവും. ഷോർട്ട് ടേം ഉണ്ടാവും, മീഡിയം ടേം ഉണ്ടാവും, ലോങ് ടേം മേ ബി തിങ്സ് ഈവൺ ഔട്ട്. ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് പ്രൊഫഷണൽ ട്രേഡേഴ്സ് who bring liquidity. അവർക്ക് വേണ്ടിയൊക്കെ ഭയങ്കര ഒരു നെഗറ്റീവാണ്. ബട്ട് ഓവറോൾ ഇക്കോണമി നോക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് എ വെരി ഇന്റലിജന്റ് ബഡ്ജറ്റ്. ഓരോരോ സെക്ടേഴ്സിനെ അവർ നോക്കിയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ലോട്ട് ഓഫ് അൺസർട്ടനിറ്റീസ് ഓൺ എക്സ്പോർട്സ്. അപ്പോൾ ദ ബിഗർ ഫോക്കസ് ഈ പ്രാവശ്യം നോക്കുവാണെങ്കിൽ സർവീസസിലാണ്, ഇൻഫ്രാസ്ട്രക്ചറിലാണ്, AI-ന്റെ മുകളിലാണ്. അപ്പോൾ ഇക്കോണമിക്ക് വേണ്ടി വളരെ നല്ല ബഡ്ജറ്റാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് പ്ലേയേഴ്സിന് വേണ്ടി ഒരു നെഗറ്റീവ് ബഡ്ജറ്റ്. ദാറ്റ്സ് ഹൗ ഐ സീ ഇറ്റ്. അക്ഷയ്, ചിലപ്പോൾ ഈ ജെയിൻ സ്ട്രീറ്റിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഗവൺമെൻറ് വിചാരിച്ചു കാണും ജെയിൻ സ്ട്രീറ്റ് ലീഗലൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്, എന്തായാലും അവരെ നമുക്ക് തൊടാൻ പറ്റില്ല,
അവരുടെ ടേൺ ഓവറിൽ നിന്ന് നമുക്ക് STT കൂടുതൽ മേടിക്കാമെന്ന് ചിലപ്പോൾ വിചാരിച്ച് കാണുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ STT കൂട്ടിയതെന്നുള്ള. പ്രിൻസ്, കമ്മിങ് ബാക്ക് ടു യു, എന്തെങ്കിലും സ്വീറ്റ് സ്പോട്ട്സ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പോസിറ്റീവ് സ്പോട്ട്സ് നമ്മൾ ഈ ബഡ്ജറ്റിൽ കാണുന്നുണ്ടോ? അതായത് ഒരു സെക്ടർ വൈസ് ആണെങ്കിലും സ്റ്റോക്ക് വൈസ് ആണെങ്കിലും. ഓഫ് കോഴ്സ് ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ചെറിയൊരു നെഗറ്റീവ് വൈബ് വന്നു എന്നുള്ള കാര്യം വാസ്തവം. ബട്ട് പോക്കറ്റ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും നമുക്കൊരു സ്ഥലത്ത് തുറന്നു വരും എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. എവിടെയെങ്കിലും പ്രിൻസ് അങ്ങനെ കാണുന്നുണ്ടോ? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രിലിമിനറി ഡിസ്കഷൻ ഇപ്പോൾ കഴിഞ്ഞല്ലോ റൗണ്ട്. അപ്പോൾ അതിൽ മിസ്റ്റർ പ്രദീപ് പറഞ്ഞതും അക്ഷയ് പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് എനിക്ക് അതിനോട് പൂർണ്ണമായിട്ടും ഓൾമോസ്റ്റ് അതിനോട് യോജിക്കുന്ന ഒരു സ്റ്റാൻഡ് തന്നെയാണുള്ളത്. അതായത് ഈ ബജറ്റിൽ ഇപ്പം ഓഫ് കോഴ്സ് ഈ ഹൈ ഫ്രീക്വൻസി ട്രേഡേഴ്സിനാണ് ഈ STT ഇപ്പം ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും ഒക്കെ കൂട്ടിക്കൊണ്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രി തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പലതരത്തിലുള്ള റെഗുലേറ്ററി ഇൻ്റർവെൻഷൻസും മറ്റുമൊക്കെ ആയിട്ട് കുറച്ചൊന്ന് ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അവിടെ ഈ F&Oയിൽ വോളിയം കുറയുക എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് പെട്ടെന്ന് കയറി തെറ്റിദ്ധരിക്കില്ല. അവിടെ വോളിയം കുറയുകയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള കൺട്രോൾസ് വരികയോ ചെയ്യുമ്പം ക്യാഷ് മാർക്കറ്റിലും അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അതാണിപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം കണ്ടത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം F&Oയിൽ കുറച്ചൊരു STT കൂട്ടിയാലും ക്യാഷ് മാർക്കറ്റ് ചിലപ്പോൾ STT ഇച്ചിരി കുറയ്ക്കുമെന്നുള്ളത് ഓൾറെഡി ഒരു ഹയർ റേറ്റ് ആണ്. അത് ഉണ്ടായിട്ടില്ല ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മാർക്കറ്റിൽ തന്നെ ചില സെക്ടേഴ്സ് ഇപ്പോൾ ഡിഫൻസ് പോലെയുള്ള സെക്ടേഴ്സിലൊക്കെ ആളുകൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ബജറ്റിൽ ഡയറക്റ്റായിട്ട് അനൗൺസ്മെൻറ്റ് വന്നില്ല. ഞാനിപ്പോഴും പറയുന്നു, ബജറ്റിൽ ഈ വൻതോതിൽ ഇപ്പം പ്രദീപ് പറഞ്ഞ പോലെ വലിയൊരു ക്യാപെക്സിന് വേണ്ടിയിട്ടൊരു എമൗണ്ട് അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു നല്ല പാർട്ടും ഡിഫൻസിനായിരിക്കും കേട്ടോ. അത് പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വരും. ഇപ്പം അത് വന്നിട്ടില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നെഗറ്റീവായിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഇവർ പറഞ്ഞതിനോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഡിഫൻസ് സെക്ടർ കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലക്റ്റഡ് ആണെങ്കിൽ അവർക്ക് ഓർഡേഴ്സ് ഒന്നും കിട്ടത്തില്ല എന്നൊന്നുമല്ല. ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഡിഫൻസ് സെക്ടേഴ്സിന് കൂടുതലായിട്ടുള്ള ഓർഡേഴ്സ് വരും. ഈ ഇൻക്രീസ്ഡ് അലോക്കേഷൻ കൊടുത്തേക്കുന്നതിൻ്റെ ഒരു നല്ല പാർട്ട് അവിടെ പോവുകയും ചെയ്യും. ഡിഫൻസ് സെക്ടറുകൾക്ക് വേണമെങ്കിൽ തിരികെ വരാം നല്ല രീതിയിൽ. ഇന്നത്തെ ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷൻ വെച്ച് അതിനെ വിലയിരുത്തേണ്ടതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിനകത്തുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റുകളാണ് ഇപ്പോൾ എന്നോട് താങ്കൾ സൂരജ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെയാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ്. അത് നമ്മുടെ ഫസ്റ്റ് ടൈം നമ്മുടെ നെറ്റ് മാർക്കറ്റ് ബോറോവിങ്ങിനേക്കാളും ഹയർ ഒരു എമൗണ്ടാണ് നമ്മൾ ഇത്തവണ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനായിട്ട് അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. അതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡെഫിസിറ്റിൻ്റെ പാർട്ടിൽ ഭയങ്കരമായിട്ടൊരു ഒരു മസിൽ പിടുത്തം ഫിനാൻസ് മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നുണ്ട്. അവർ നല്ല കാര്യമാണ്. നമ്മൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ ഡെറ്റ് ടു GDP ഒക്കെ മോശം സിറ്റുവേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഡെവലപ്പ് കൺട്രീസ് പോലും പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിലൊരു ഡെറ്റ് ക്രൈസിസ് ഉണ്ടാകുമെന്നുള്ള ഒരു രീതിയിലുള്ള സൂചനകളൊക്കെ തന്നെ പലരും വലിയ എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു സമയത്ത് നമ്മൾ കുറച്ചുകൂടെ പ്രൂഡൻ്റായിട്ട് നമ്മുടെ ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്ത് നമ്മൾ നമ്മുടെ വരവിനനുസരിച്ച് ചിലവാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ സമയത്ത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് പല എക്കണോമിസ്റ്റുകൾ പോലും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. ഈ സമയത്ത് ഈ ബജറ്റിൽ പ്രത്യേകിച്ച് ലോകത്തെല്ലായിടത്തും ഈ പ്രശ്നങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റിമുലേഷൻ കൊടുക്കാവുന്ന ഒരു ടൈമായിരുന്നു ഇത്. പ്രൈവറ്റ് ക്യാപെക്സ് പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ടില്ല. പ്രൈവറ്റ് ക്യാപെക്സിന് വരാനുള്ള ഒരേ ഒരു കാര്യമായിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ ഡാറ്റാ സെൻറ്ററുകളും AI റിലേറ്റഡ് ബിസിനസ്സുകൾക്കും ഒക്കെ ആയിട്ടുള്ള ഒരു ടാക്സ് ഹോളിഡേയുടെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബിസിനസ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ പിക്കപ്പ് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ വന്നില്ല. ഈ ഡെഫിസിറ്റിൽ കണ്ടമാനം ഒരു അഡമൻ്റായിട്ടൊരു അപ്രോച്ച് എടുത്തു എന്നുള്ളതാണ് നെഗറ്റീവ്. പോസിറ്റീവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അത്യാവശ്യം നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ള റിസോഴ്സസ് വെച്ചിട്ട്. അത് എന്താണെങ്കിലും എക്കണോമിക്ക് ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് ഉണ്ടാക്കും. വരും ദിവസങ്ങളിൽ ഇത് സ്പെൻഡ് ചെയ്ത് വരുമ്പം തീർച്ചയായിട്ടും എക്കണോമിക് ആക്ടിവിറ്റി കൂടും. രണ്ട്, പ്രകടമായിട്ട് മറ്റ് ഇഷ്യൂസ് ഒന്നും ഈ STTയുടെ ഒരു കാര്യം ഒഴിച്ച് വേറെ ഇഷ്യൂസ് ഒന്നും നമുക്ക് ഈ ബജറ്റിൽ പ്രകടമായിട്ട് കാണാനൊക്കത്തില്ല. ചില ചെറിയ സെക്ടേഴ്സിനെ പറ്റി ഒത്തിരി അനൗൺസ്മെൻറ്റുകൾ ഈ ബജറ്റ് വന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവാണ്. ടൂറിസം നമുക്ക് കേരളത്തിന് പോലും ബെനിഫിറ്റ് ആകുന്ന ഒരു കാര്യമാണ്. നല്ല പ്രപ്പോസൽ ടൂറിസം ഒരു എക്സലൻസ് സെൻറ്റേഴ്സ് തുടങ്ങുന്ന കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ അനൗൺസ്മെൻറ്റുകളുണ്ട്. പിന്നെ വേറെ പല കാര്യങ്ങളെപ്പറ്റിയും നല്ല പോസിറ്റീവായിട്ടുള്ള ചെറിയ സെക്ടേഴ്സ് SME MSME കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഉള്ള അനൗൺസ്മെൻറ്റുകളെല്ലാം അത്യാവശ്യം പ്രാക്ടിക്കലായിട്ടുള്ളതും നല്ല പോസിറ്റീവായിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഒരു വ്യൂ. അപ്പോൾ ഇത് ഒരു ബജറ്റിനെ ടോട്ടാലിറ്റിയിലല്ലേ നമുക്ക് നോക്കാനൊക്കത്തുള്ളൂ. ഇനി അടുത്ത ദിവസങ്ങളിൽ ഡിസ്കഷൻ വരികയും കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വരികയും ചെയ്താലോ പാർലമെന്റ് സ്പീച്ച് വെച്ചിട്ട് മാത്രമാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് പറയാനൊക്കത്തുള്ളൂ. താങ്ക് യു. പ്രദീപ്, FY27 ഗവൺമെൻറ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞിരിക്കുന്നത് 12.2 lakh crore. അതിൽ നേരത്തെ പ്രിൻസ് സൂചിപ്പിച്ച പോലെ ഡിഫൻസിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് 5.94 lakh crore ആണ്. അതിൻ്റെ ഒരു ഫൈൻ പ്രിന്റ് നമുക്ക് പുറത്തോട്ട് കിട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 5.68 ആയിരുന്നു, അവിടെ നിന്ന് ഉയർന്ന് 5.94 ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ബട്ട് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പ്രദീപ്, എനിക്ക് ഏതൊക്കെ സെക്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റോക്സ് ഗുണം ചെയ്യും എന്നുള്ളതിൻ്റെ കൂടെ തന്നെ
രസകരമായിട്ടുള്ള കാര്യം, ഗവൺമെൻറ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊരു ടാർഗറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം 33,837 crore ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്രാവശ്യം അവർ വച്ചിരിക്കുന്നത് ഏതാണ്ട് 80,000 crores ആണ്. അതായത് 33,000 crores നിന്നും 80,000 crores ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റായിട്ട് ഉയർത്തണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ക്യാപിറ്റൽ മാർക്കറ്റിന്റെ സപ്പോർട്ടോടുകൂടിയോ സഹായവും ഇല്ലാതെ ഗവൺമെന്റ് അത് റേസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് റേസ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. അപ്പോൾ ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നു മാർക്കറ്റ് നന്നാവുന്നു, എന്നാൽ ക്യാപിറ്റൽ മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുമില്ല. എങ്ങനെയാണ് ആ അനോമാലിറ്റി ഒന്ന് പ്രദീപ് കാണുന്നത്? ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് നമ്മൾ ഇന്ന് കാലത്ത് സംസാരിക്കുമ്പോൾ ദാറ്റ് പ്രിസൈസ്ലി വാസ് മൈ പോയിന്റ്. സോ ഇപ്പോൾ നമ്മളൊരു സ്പെസിഫിക് കേസ് എടുക്കുകയാണെങ്കിൽ LIC ഓഫ് ഇന്ത്യ. LIC of India, Government of India still holds more than 95% of the shares. So definitely Government of India stake reduce ചെയ്തേ പറ്റൂ. And offer for sale ആയിട്ട് വരണമെങ്കിൽ ഇന്ന് LIC shares are trading at around 800 rupees or so, 825, which is far below the previous issue price. So ഒരു വിധത്തിലും ആ ഒരു ലെവലിൽ LIC വേറൊരു ഓഫർ ഫോർ സെയിൽ വരാൻ വഴിയില്ല. So which is why I am quite surprised that ഈ ഒരു സമയത്ത് കാര്യങ്ങളുണ്ട്. സോറി ടു ഇന്റർഫിയർ. അതായത് ഈ IDBIയുടെ ഒരു സ്റ്റേക്ക് സെയിൽ ഇപ്പം ഏതാണ്ട് ഒരു നല്ല 95% വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുക. മാർച്ചിന് മുന്നിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് ഇയറിൽ ഈ മെറ്റൽ കമ്പനികൾ കുറേ ഉണ്ട് ഗവൺമെന്റിന്. ആ സ്റ്റോക്കുകളിൽ നിന്നൊക്കെ ഹിന്ദുസ്ഥാൻസും കിടക്കുള്ള കുറേ സ്റ്റോക്കുകൾ അവർക്ക് ഹോൾഡിംഗ് ഉണ്ട്. അതൊക്കെ ഒരു ഡൈവേസ്റ്റ് ചെയ്യാൻ പറ്റിയ മെറ്റൽ സ്റ്റോക്കുകൾക്കൊക്കെ വലിയൊരു വാല്യൂ ഉണ്ടായിട്ടുണ്ട്, വാല്യുവേഷൻ. അതൊക്കെയാണെന്ന് തോന്നുന്നു ഗവൺമെന്റ് പ്രതീക്ഷ. പിന്നെ ഈ CPSE കമ്പനീസ് ഉണ്ടല്ലോ, ഈ പബ്ലിക് സെക്ടർ കമ്പനീസിന് ഒരുപാട് ലാൻഡ് ബാങ്ക് ഉണ്ട്. ഇതിനെ ഒന്ന് മോണറ്റൈസ് ചെയ്ത്, അതായത് ഡീമർജ് ചെയ്തിട്ട് അതിനെ അതുവഴി പൈസ റേസ് ചെയ്യണം എന്ന് ഗവൺമെന്റിന് ആഗ്രഹം ഉണ്ടാവാണ്ടായിരിക്കാം ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് ഉയർത്തി. No issues. But Suraj, incidentally, finance minister announcement she specifically mentioned rights ne kurichu samsarichirunnu. And she was telling rather than direct disinvesting, rights CPSE specific CPSE rights കൊണ്ടുവന്നിട്ട് ആ വഴി ആയിരിക്കും ഒരുപക്ഷെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബട്ട് അവിടെയും ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ പേഴ്സൺ ഹു വാണ്ട്സ് ടു സെൽ ദ ഷെയർസ്, എനിക്ക് ഡെഫിനറ്റ്ലി ഷെയർ മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കുന്ന സമയത്തായിരിക്കണം ഇതിലെ ഇൻവെസ്റ്റേഴ്സ് അട്രാക്റ്റഡ് ആകാൻ പോകുന്നത്. But I think as far as retail small investors are concerned, this is one investment avenue. Public sector rights എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ഇൻസെൻറ്റീവ് കൊണ്ടുവരും. അതുപോലെ തന്നെ മറ്റൊരു അനൗൺസ്മെൻറ്റ് ഇൻട്രസ്റ്റിംഗ്ലി വാസ് 100 crore ഇൻസെൻറ്റീവ് ഫോർ മുനിസിപ്പൽ ബോണ്ട്സ്. സോ മുനിസിപ്പൽ ബോണ്ട് മാർക്കറ്റ് ഡീപ്പൻ ചെയ്യുന്ന സമയത്ത് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ബാങ്ക് റേറ്റ്സ് ആർ കമ്മിങ് ഡൗൺ. ബട്ട് മുനിസിപ്പൽ ബോണ്ട് മാർക്കറ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡു വെരി വെൽ ഫോർ ദ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇക്കോണമി, ഡെവലപ്മെൻറ്റ് ഓഫ് ദ മുനിസിപ്പാലിറ്റി. And അതേസമയം ആസ് ഫാർ ആസ് ഇൻവെസ്റ്റേഴ്സ് ആർ കൺസേൺഡ്, ഇറ്റ് വിൽ ബി എ മിഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പാത്ത് ബിറ്റ്വീൻ ഈക്വിറ്റി ആൻഡ് ബാങ്ക് ഡെപ്പോസിറ്റ്സ്. താങ്ക് യു പ്രദീപ്. നേരത്തെ പ്രിൻസ് ചോദിച്ചല്ലോ, അതായത് നമ്മൾ ഒരു സ്റ്റിമുലസ് ഇല്ലാതെ ഒരു ഫിസ്ക്കൽ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡിസിപ്ലിനിലേക്ക് പോയി എന്നുള്ളത്. അതായത് എനിക്കൊന്ന് പെർഹാപ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മൾ ഇനി കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റിലായിരിക്കില്ല, പകരം ഡെറ്റ് ടു GDP എന്ന് പറയുന്ന ഫിഗർ ആയിരിക്കും. കാര്യം ഇത് പലപ്പോഴായിട്ട് ഡിസ്കഷൻ പോയിന്റ് നമ്മുടെ എക്കണോമിയിൽ വന്നിട്ടുണ്ട്. അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ റവന്യൂവും എക്സ്പെൻഡിച്ചറും മാത്രം ഒരു കൊല്ലത്തെ ഫിഗർ മാത്രമേ തരുന്നുള്ളൂ എന്നുള്ള. എന്നാൽ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ഡെറ്റിനെ അത് കണക്കിലെടുക്കുന്നില്ല. അതായത് അരിയേഴ്സ് കിടക്കുന്നുവെന്നും കണക്കിലെടുക്കുന്നില്ല. അതായത് നമുക്കൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, രണ്ട് രാജ്യങ്ങൾ, ഒരു രാജ്യത്തിന് ഡെറ്റ് ടു GDP 100 ആയിരിക്കും, മറ്റൊരു രാജ്യത്തിന് ഡെറ്റ് ടു GDP 40 ആയിരിക്കും. എന്നാൽ രണ്ടുപേർക്കും ഫിസിക്കൽ ഡെഫിസിറ്റ് ചിലപ്പോൾ 5 ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് രണ്ടുപേർക്കും 5 എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വരുന്നത് കാരണം പൊതുവേ ഈ റേറ്റിംഗ് ഏജൻസീസായ ഫിച്ചും S&Pയും മറ്റുള്ള റേറ്റിംഗ് ഏജൻസിയും സോവറിൻ ഫണ്ട്സും ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് മാറിയിട്ട് ഈ പറയുന്ന പോലെ ഡെറ്റ് ടു GDP എന്ന് പറയുന്ന ആ ഒരു ഫിസിക്കൽ ആങ്കറിലേക്ക് പോകണം എന്നുള്ളൊരു എക്കോയിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെൻറ് അതിൽ നൂല് പിടിച്ചാണെന്ന് തോന്നുന്നു ഇത് ഭയങ്കരമായിട്ടൊരു ഫിസിക്കൽ കൺസോൾട്ടേഷന് റാദർ ദാൻ സ്റ്റിമുലസ് എന്നുള്ള രീതിയിലേക്ക് പോയെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് അക്ഷയ് എവിടെയെങ്കിലും ഒരു പോക്കറ്റ്സ് ഓഫ് വാല്യൂ കാണുന്നുണ്ടോ? അതായത് ഏതെങ്കിലും സെക്ടർ ആണെങ്കിലും ശരി, ഒരു സ്റ്റോക്ക് ആണെങ്കിലും ശരി, എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഞാൻ നോക്കുമ്പോൾ ചില സീക്രട്ടായിട്ട്, അതായത് അധികം നമ്മൾ സംസാരിക്കാത്ത ചില 2-3 സെക്ടേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും അക്ഷയുടെ കയ്യിൽ നിന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതായത് എവിടെയെങ്കിലും നമുക്കൊരു കുറച്ചൊരു എന്താ പറയുക ഒരു ബ്രൈറ്റ് സ്പോട്ട്സ് കാണുന്നുണ്ടോ? ആക്ച്വലി IT ആണ്. IT എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഡേറ്റാ സെന്റേഴ്സ്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ
വളരെ വളരെ സ്മാർട്ടായിട്ട് ഗവൺമെന്റ് ഇസ് ലുക്ഡ് അറ്റ് സെമി കണ്ടക്ടർ നമുക്ക് സെൽഫ് സസ്റ്റെയിൻ എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ 4 സ്റ്റേറ്റ്സിൽ ദേ ആർ സെറ്റിംഗ് അപ്പ് ഈ റെയർ എർത്ത്സിന്റെ ഒക്കെ ദേ ട്രൈങ് ടു മൈനിങ് ദേ ട്രൈങ് ടു ഡെവലപ്പ്. അപ്പൊ ദ ഐഡിയ വുഡ് ബി ബേസിക്കലി ഇന്ത്യ തന്നെ സെമി കണ്ടക്ടർ ഒരു മാനുഫാക്ചറിങ് ഹബ് മാത്രമല്ല ഒരു സെൽഫ് സഫീഷ്യന്റ് മാനുഫാക്ചറിങ് ഹബ് ആവാൻ പറ്റുമെന്നാണ് അവർ നോക്കുന്നത്. അതിനുവേണ്ടി എലൊക്കേഷൻ, വലിയ എലൊക്കേഷൻ, ഓൾമോസ്റ്റ് 40,000 crores over the next 5 years. ഞാൻ അത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. സെക്കൻഡ് തിങ്, ഡേറ്റാ സെന്ററിൽ വാട്ട് ദേ ഹാവ് സെഡ് ഇസ് ഗ്ലോബൽ കമ്പനീസിന് 20 കൊല്ലത്തെ ടാക്സ് ഹോളിഡേ ആണ് ഇന്ത്യയിലെ ഡേറ്റാ സെന്ററിൽ നിന്ന് അവര് ക്ലൗഡ് സർവീസസ് ഓഫർ ചെയ്യുവാണെങ്കിൽ. അതും ഐ തിങ്ക് ഇറ്റ്സ് എ വെരി സ്മാർട്ട് മൂവ്. കാരണം ഗ്ലോബൽ ഡേറ്റ കമ്പനീസ് ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ ആ ഡേറ്റ നമ്മുടെ ഇന്ത്യയിലായിരിക്കും. ഇന്നത്തെ കാലത്ത് ഡേറ്റ ഇസ് ദ ന്യൂ ഓയിൽ, ഡേറ്റ ഇസ് എവറിഥിങ് ടുഡേ. അപ്പൊ ഇന്ത്യയിൽ ആ ഡേറ്റ സെന്റേഴ്സിന് ഇത്രയും നമ്മൾ എൻകറേജ് ചെയ്തിട്ട് കുറെ കമ്പനീസ് അകത്ത് വരുവാണെങ്കിൽ വളരെ പോസിറ്റീവാണ്. ഇന്ത്യയിൽ ആ ഡേറ്റ നിൽക്കും, ഡേറ്റ സെക്യൂരിറ്റി ആയി, ലോട്ട് ഓഫ് പുതിയ ഇൻഡസ്ട്രി, പുതിയ എംപ്ലോയ്മെന്റ്, സെൽഫ് സഫീഷ്യൻസി ഇൻ IT, ഇൻ AI എല്ലാം. ഐ തിങ്ക് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു സിംഗിൾ നോക്കുവാണെങ്കിൽ ദാറ്റ് വിൽ ബി IT സർവീസസ് ആൻഡ് allied സർവീസസ് ലൈക്ക് ഡേറ്റാ സെന്റർ ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. അത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പിന്നെ ടൂറിസം ഉണ്ട്. ഗവൺമെന്റ് കൺസിസ്റ്റന്റ്ലി ടൂറിസം നമ്മൾ നോക്കുവാണെങ്കിൽ കണ്ടിന്യൂസ്ലി ഡെവലപ്പ് ചെയ്ത് വരുവാണ്. നൗ ഓൾസോ ദേ ടോക്കിംഗ് അബൌട്ട് ട്രെയിനിങ് ഗൈഡ്സ്. നമ്മൾ ഒരു ഇന്ത്യയിൽ ഒരു ജനറലി നമ്മൾ പോകുമ്പോൾ ഒരു ആർക്കിയോളജിക്കൽ ASI സൈറ്റ്സിൽ പോയാലും പല സ്ഥലത്ത് പോകുമ്പോൾ യു ഡോണ്ട് സീ അങ്ങനെ ഒരു ഗൈഡ്സ്, ഒരു എക്സ്പീരിയൻസ് ഗൈഡ്സ് കാണാറില്ല. സോ വി ഡോണ്ട് നോ ദി real value of them. ഇതൊക്കെ now they're talking about 20,000 guides over so many locations, 10,000 guides over 20 locations. ഇതൊക്കെ വളരെ ഒരു ബൂസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഹോട്ടൽ സെക്ടർ ഫോർ എക്സാമ്പിൾ വിൽ ബി വെരി ഗുഡ്. They're talking about developing university cities. അപ്പോൾ all these are വളരെ 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 positives in the budget and allied sectors എല്ലാം നന്നായിട്ട് ഗ്രോ ചെയ്യും ഇതിൻ്റെ അകത്ത്. ഓക്കെ, താങ്ക് യു അക്ഷയ്. പ്രിൻസ്, ഇപ്പോൾ അക്ഷയ് പറയുന്നത് ആ ഡേറ്റാ സെൻറ്റർ, അതായത് 2047 വരെ ഗ്ലോബൽ കമ്പനീസിന് അല്ലേ, ഗ്ലോബൽ കമ്പനീസായിട്ട് ഡേറ്റാ സെൻറ്റേഴ്സിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ടുണ്ടെന്ന കാര്യം ക്ലിയർ ആണ്. ബട്ട് ഈ ഡേറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് ഡേറ്റാ സെൻറ്റർ കൺസ്യൂംസ് എ ലോട്ട് ഓഫ് പവർ. ഒരു പവർ എന്ന് വെച്ചാൽ ഒരു ഹൈപ്പർ സ്കെയിൽ ഡേറ്റാ സെൻറ്റർ ലൈക്ക് മെറ്റാ ഡേറ്റാ സെൻറ്റർ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഡേറ്റാ സെൻറ്റർ എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് എറണാകുളവും തിരുവനന്തപുരം കൂടെ ചേർത്ത് വയ്ക്കുന്ന അത്ര ഒരു ഇലക്ട്രിക്കൽ കൺസംഷൻ വേണം എന്നുള്ള. എന്നാൽ ഗവൺമെൻറ് ഡേറ്റാ സെൻറ്ററിന് ഇതേപോലെ ഒരു റിഫോംസ് കൊണ്ടുവരികയും ഇപ്പുറത്തെ സൈഡിൽ പവർ സെക്ടർ റിഫോംസ് വലുതായിട്ട് കൊണ്ടുവരികയും ചെയ്തില്ല എന്നുള്ളത്. അതായത് ഗ്രിഡിൻ്റെ കാര്യങ്ങളിലൊക്കെ നമുക്കറിയാലോ, ഇന്ത്യൻ ഗ്രിഡ്സ് ഒക്കെ ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ലീനിയർ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടാണ്. ഈ ഡൈനാമിക് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രിഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിലെന്നല്ല US പറ്റില്ല എന്നുള്ള. ഇപ്പോൾ അടുത്ത കാലത്ത് സോളാർ പവർ വരുന്നു. രാത്രി ഒന്നും കിട്ടുന്നില്ല, രാവിലെയാണ് കിട്ടുന്നത്. വിൻഡ് എന്ന് പറയുന്നതും വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. കാര്യം വിൻഡ് ഉള്ളപ്പോൾ മാത്രമേ വരുന്നുള്ളൂ. ഇത് നമ്മുടെ മെയിൻ ഗ്രിഡിലേക്ക് കൊടുക്കുമ്പോൾ ഒരു ചോക്കിംഗ് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് ഈ ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചറിനെ മാറ്റണമെന്നും പവർ സെക്ടർ റിഫോംസ് കൊണ്ടുവരണമെന്നും വലുതായിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഡേറ്റാ സെൻറ്ററിന് ഇൻസെൻറ്റീവ് കൊടുത്തപ്പോൾ ഇപ്പുറത്ത് ഗ്രിഡിനോ പവർ സെക്ടർ റിഫോംസോ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. ക്യാപിറ്റൽ ഈ പറഞ്ഞ പോലെ നേരത്തെ ക്യാപെക്സ്, ഗവൺമെൻറ് ക്യാപെക്സിനകത്ത് ചിലപ്പോൾ പവർ സെക്ടർ റിഫോംസിനകത്ത് കാശ് മാറ്റി വെച്ചിട്ടുണ്ടാവും. ബട്ട് അതിനൊരു സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കും എന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. അവിടെ വന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് പവർ സെക്ടറിന് ഈ ഒരു ബഡ്ജറ്റ് സുഖകരമായിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയിന്റ് സ്പെഷ്യലായിട്ട് പ്രിൻസിന് ആഡ് ചെയ്യാനുണ്ടോ? ഈ പവർ സെക്ടറിനെ സംബന്ധിച്ച് അതൊരു യൂട്ടിലിറ്റി സെക്ടറാണ്. അതെ. അപ്പോൾ അത് ഇനിയുള്ള കാലത്ത് പവർ വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഫാസ്റ്റ് മൂവിങ് ഫോസിൽ ഫ്യൂവലിൽ നിന്നുള്ള പവർ ജനറേഷനിൽ നിന്ന് വളരെ പെട്ടെന്ന് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. സോളാർ, വിൻഡ്, അങ്ങനെയുള്ള ഓൾട്ടർനേറ്റ് എനർജിയിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അറ്റോമിക് ഒരു പോളിസിയും കൊണ്ടുവന്ന് അറ്റോമിക് സ്റ്റേഷൻസ് വീണ്ടും തുടങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ ബജറ്റിനകത്ത് ഇത് പറഞ്ഞില്ല എന്ന് പറയുമ്പം കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും തകർന്നു കിടന്നിരുന്ന ഒരു സെക്ടറായിരുന്നു പവർ എന്ന് പറഞ്ഞത്. സ്റ്റേറ്റ് ലെവലിലുള്ള ഡിസ്ട്രിബ്യൂഷനും ലോസസും പലതരത്തിലുള്ള ബാങ്കുകളുടെ നിന്നുള്ള ലോണുകളെല്ലാം എടുത്തേക്കുന്നതും അങ്ങനെയുള്ള ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സ്ട്രക്ചറിൽ നിന്ന് അവരിപ്പോൾ റെഗുലേറ്ററെ കൊണ്ടുവന്നു, പവർ എക്സ്ചേഞ്ചസ് വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിനകത്തൊരു ഒത്തിരി കാര്യങ്ങൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട് സ്ട്രീം ലൈൻ ചെയ്യാനായിട്ട്. പല സ്റ്റേറ്റുകളും പവറിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സോളാറിൻ്റെ കാര്യത്തിലൊക്കെ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ബിൽഡപ്പ് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. നല്ല നല്ല കമ്പനികളുണ്ട്. അവരുടെ കപ്പാസിറ്റിയൊക്കെ വേൾഡ് ക്ലാസ് കപ്പാസിറ്റിയും പ്രൊഡക്ഷനും ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അതിനകത്തൊന്നും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ പവറിൻ്റെ സിറ്റുവേഷൻ അത്ര
മോശമല്ല നമ്മുടെ. പക്ഷേ എന്നാലും താങ്കൾ പറഞ്ഞ പോലെ മുന്നോട്ട് ചിന്തിക്കുമ്പം ഇതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഇപ്പം നമ്മൾ AI എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഇപ്പോൾ അതൊരു കൺസെപ്റ്റ് അല്ലല്ലോ, അതൊരു റിയാലിറ്റി ആയല്ലോ AI. അപ്പോൾ AI ഇത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഉറപ്പായിട്ടും അടുത്തൊരു 5-6 വർഷങ്ങളിൽ വലിയ തോതിലുള്ള ഡാറ്റാ സെൻറ്റേഴ്സൊക്കെ ഇന്ത്യയിൽ ഉണ്ടാകും. അതിനൊക്കെ വലിയ കൺസംഷൻ ഉണ്ടാകും താങ്കൾ പറഞ്ഞ പോലെ. അപ്പോൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ പവർ കമ്പനികൾക്ക് ഒരു എന്തെങ്കിലും ഒരു കപ്പാസിറ്റി ബിൽഡപ്പ് ചെയ്യാനായിട്ടൊരു സ്കീമൂടെ കൊടുത്താൽ അത് വളരെ നന്നായിരുന്നു. അല്ലെങ്കിൽ ബജറ്റിൽ അതിനെപ്പറ്റി ഒരു പരാമർശം ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. പരാമർശം ഒന്നും കണ്ടില്ല. പക്ഷേ എന്നും പറഞ്ഞ് പവർ കമ്പനികളുടെ സ്റ്റോക്ക് മറ്റ് സ്റ്റോക്കുകൾ പോലെ ഒറ്റ വെർട്ടിക്കലായിട്ട് കയറി ഇറങ്ങുകയൊന്നും ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. യൂട്ടിലിറ്റി ബിസിനസ്സാണ്. അതിൽ നിന്നൊരു ഇങ്ങനെ ഒരു ആനുവിറ്റി ഇൻകം പോലെ സ്ഥിരമായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചാൽ പവർ കമ്പനികൾക്ക് മോശമുള്ള സിറ്റുവേഷൻ ഒന്നുമല്ല. ഈ ഡിമാൻഡ് കൂടുക എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും നല്ലതാണ്. കപ്പാസിറ്റിയും കൂടെ നമ്മൾ പ്രൊഡക്ഷൻ ഇതൊന്നും അല്ലാതെ തന്നെ ഇന്ത്യയിൽ ഡിമാൻഡ് വൻതോതിൽ കൂടുന്നുണ്ട്. പവറിൻ്റെ യൂട്ടിലൈസേഷൻ, അതായത് നമ്മുടെ ഒരു ഹൗസ് ഹോൾഡ് പോലും പവർ കൺസ്യൂം ചെയ്യുന്നതിൽ ഒരു 10 വർഷത്തേനെ അപേക്ഷിച്ച് മുന്നോട്ട് ഇപ്പോൾ ചിന്തിക്കുമ്പം അവരുടെ ഒരു ഇൻഡിവിജ്വൽ കൺസംഷൻ ഹാസ് ആക്ച്വലി ഗോൺ അപ്പ്. അപ്പോൾ അതുകൂടെ കണക്കിലെടുത്ത് ഹൗസ് ഹോൾഡിൻ്റെ യൂസ് ഉണ്ട്, ബിസിനസ്സുകളുടെ ഇൻഡസ്ട്രി യൂസ് ഉണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഡാറ്റാ സെൻറ്റർ പോലത്തുള്ള കാര്യങ്ങൾ, അതായത് AI റിലേറ്റഡ് ആക്ടിവിറ്റി റിയലായിട്ട് വരുന്ന സമയത്തുള്ള യൂസേജ് ഉണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് ഡിമാൻഡ് ഇനിയും കൂടും. പിന്നെ പവറിൻ്റെ റേറ്റ് പറയുമ്പോഴാണ് നമുക്കൊരു ഇഷ്യൂ. ഓൾറെഡി ഇന്ത്യയിലെ പവർ റേറ്റ്സ് ആർ ഓൺ ദ ഹയർ സൈഡ്. ഗ്ലോബലി ഇപ്പോൾ പല രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യക്കാലം കുറവാണ്. അതൊന്ന് കുറയണമെങ്കിൽ ഇവിടെ കപ്പാസിറ്റി കൂടിയാലേ അത് കുറയത്തുള്ളൂ. ഒരു ടാരിഫ് റാഷണലൈസേഷൻ ഉണ്ടാകണം. കപ്പാസിറ്റി കൂടിയേ കുറയത്തുള്ളൂ. അല്ലാതെ ഗവൺമെന്റിന് ഇപ്പം പണ്ടത്തെ പോലെ ഒരു അഡ്മിനിസ്ട്രേറ്റ് പ്രൈസിൽ കൊണ്ടുവന്ന് പവർ ഇങ്ങനെ കൊടുക്കണമെന്ന് പറയാനൊക്കത്തില്ല. ഇതൊക്കെയാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ ഇത് ബജറ്റിൽ കയറി വലിയ അനൗൺസ്മെന്റ്സ് ഒന്നും നടത്തായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പക്ഷേ വരുമായിരിക്കും പറയും. സോ ബട്ട് ഇൻസിഡൻ്റ്ലി പവർ ഫൈനാൻസ് കോർപ്പറേഷൻ ആൻഡ് RECL ഒരു റിഫോം റീസ്ട്രക്ചറിങ് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഓൺലി തിങ് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട, Power Finance and REC are not power generation companies, they are non-banking finance companies. So they have significant exposure on the board. Exactly. പിന്നെ പ്രദീപ്, ഇതിനകത്ത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയത് ഒരു 10,000 crore ബയോ ഫാർമ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഒരു ഫണ്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള നമുക്കറിയാലോ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വോണ്ട് ടു ട്രാൻസ്ഫോം ഇന്ത്യൻ ഫാർമ ഫ്രം എ ജനറിക് മാനുഫാക്ചറിങ് ഹബ് ടു എ ഗ്ലോബൽ പവർ ഹൗസ് ഓഫ് ഹൈ വാല്യൂ ബയോളജിക്സ് എന്നുള്ള കാര്യത്തിലേക്കാണ് അത് കൊണ്ടുവന്നത്. അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വലിയ ഒരു എക്സ്പെർട്ടീസ് ഉള്ളൊരു മേഖലയാണ് ഫാർമ എന്ന് പറയുന്നത്, ഫാർമയുടെ ബാക്ക് എൻഡ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാലോ, നമുക്ക് തന്നെ ഇവിടെ ഇപ്പോൾ CDMO സ്പേസിൽ ഡിവീസ് ലബോറട്ടറീസ് ഉണ്ട്, ബയോകോൺ ഉണ്ട്, പിരമാൾ ഫാർമയുണ്ട്, ലോറസ് ലാബ്സ് ഉണ്ട്. പ്രദീപിന് ആ ഒരു റിഫോമിനെ കുറിച്ച് എന്ത് പറയുന്നു? കാര്യം നമ്മൾ അടുത്ത കുറച്ച് കാലമായിട്ട് ഫാർമ അധികം ഒരു പെർഫോമറും അല്ല, അത് നല്ലൊരു വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സെക്ടറും കൂടെയാണ്. അപ്പോൾ ഈ CDMO സ്പേസിൽ ഈ വരുന്ന ഒരു റിഫോം എങ്ങനെയാണ് ഫാർമ സെക്ടറിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് പ്രദീപ്? So this is short term ആയിരിക്കത്തില്ല ഇതിൻ്റെ ഇമ്പാക്റ്റ്. ഇറ്റ് വിൽ ഓൺലി ബി ലോങ് ടേം. നമ്മൾ ഫാർമ സെക്ടർ എടുക്കുമ്പോഴേക്കും ഇന്ത്യ ജനറലി ഡസ് നോട്ട് സ്പെൻഡ് ഓൺ R&D. R&D എന്ന് പറയുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് യൂഷ്വലി ഇസ് ഫോക്കസ്ഡ് ബൈ ബിഗ് കമ്പനീസ് ലൈക്ക് Eli Lilly എക്സെട്ര ഇൻ ദ USA. നമ്മളിവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൺലി മാനുഫാക്ചറിങ്, ജനറിക് മാനുഫാക്ചറിങ്. ഇവിടെ ഇന്ത്യയിലെ എടുത്തു പറയാവുന്ന വൺ ഓഫ് ദ കമ്പനീസ് ഇസ് ബയോകോൺ. ബട്ട് ബയോകോണിൻ്റെ കേസിൽ നമുക്കറിയാം, ഐ റിയലി ഫീൽ ഇറ്റ്സ് ഹൈലി അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക്. But generally speaking, this is again very much needed. It's a long term വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു. ആൻഡ് എസ്പെഷ്യലി ഇതിൽ ഫോക്കസ് വരാൻ പോകുന്നത് ഇറ്റ് ഇസ് ഫോർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ്, ക്യാൻസർ എക്സെട്ര. ക്യാൻസർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന്. യെസ്, ഈ ഇൻഫാക്ട് പ്രദീപ് പറഞ്ഞപ്പോൾ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഈ ബയോകോണിൻ്റെ ചെയർപേഴ്സൺ കിരൺ മജുംദാർ ഷോ തന്നെ പറഞ്ഞു ഞങ്ങളുടെ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണെന്ന് ഡയറക്റ്റ്ലി പറയുകയും കൂടെ ഉണ്ടായി. അതായത് ഒരു 5 മാസം മുമ്പേ ഹിൻഡാൽക്കോയും ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഹിൻഡാൽക്കോൻ്റെ ഒരു എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വിളിച്ച് അവരൊരു മീറ്റിംഗ് വെച്ചിരുന്നു, അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അവരുടെ സപ്ലയർ. അന്നൊക്കെ അവർ പറഞ്ഞത് ഞങ്ങളെ മാർക്കറ്റ് കാണുന്നത് കമ്മോഡിറ്റി സ്റ്റോക്കായിട്ടാണ്, ബട്ട് ഞങ്ങൾ പ്രോഡക്റ്റ് കമ്പനിയായി മാറി അതിൻ്റെ ഒരു വാല്യുവേഷൻ ചേഞ്ച് ഞങ്ങളുടെ സ്റ്റോക്ക് പ്രൈസിൽ വരണമെന്ന് അവർ പ്രിസൈസ്ലി അവർ പറയുകയും അന്ന് 565 എങ്ങാണ്ടായിരുന്നു അതിൻ്റെ പ്രൈസ്. പിന്നെ ഏതാണ്ട് 1000 വരെ പോയി 4-5 മാസത്തിനുള്ളിൽ. വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്സ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് കുറേ നെഗറ്റീവും FI സെല്ലിങ്ങും ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും ഒക്കെ പറയുമ്പോൾ ഹിൻഡാൽക്കോ ഓൾമോസ്റ്റ് ഡബിളായ സ്റ്റോക്കാണ് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. അക്ഷയ്, ഐ തിങ്ക് യു ആർ ദേർ അല്ലേ? I'm there, Suraj. Yeah.
അക്ഷയ് ഡേറ്റാ സെൻറ്ററിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിന് ക്വയറ്റ് സെൻസിബിൾ ആസ് വെൽ. കാര്യം ഡേറ്റാ സെൻറ്റേഴ്സ് ഉയർന്നു വരും. ബട്ട് അതിന് അസോസിയേറ്റഡ് ഉള്ള പവർ സെക്ടർ റിഫോംസിനെ കുറിച്ചാണ് പ്രിൻസും പ്രദീപും ഒക്കെ ആയിട്ട് ഞാനൊന്ന് ഡിസ്കസ് ചെയ്തതെന്നുള്ളത്. ഇൻ ടോട്ടോ അക്ഷയ് നോക്കുമ്പോൾ ഈ ഡേറ്റാ സെൻറ്റർ കൂടാതെ തന്നെ IT സെക്ടറിന് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടോ? വി നോ വെരി വെൽ ഫോർ ദ ഫാക്ട് ദാറ്റ് ദർ ഹാസ് ബീൻ ലോട്ട് ഓഫ് സെല്ലിംഗ് ഇൻ ദ IT സെക്ടർ. IT സെക്ടർ ഇത്തിരി ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുന്നു എന്ന് നമുക്കറിയാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡിസ്റപ്ഷൻ കാരണം AI അത്ര ഒരു ഫ്ലേവർ ഓഫ് ദ സീസൺ അല്ല ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നുള്ളത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് നോക്കുമ്പോൾ ഇത്രയും ക്യാഷ് കൊണ്ട് ത്രോ ചെയ്യുന്ന ഒരു ബിസിനസ് ഇന്ത്യൻ മാർക്കറ്റിൽ വേറെ ഇല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈസ് ഇറ്റ് എ വാല്യൂ ബൈ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം, അക്ഷയ്? I think it's a value buy. There are 2-3 things. One basic reason of IT going down incidentally is AI itself. കാരണം നമ്മൾ ഇന്ത്യൻ കമ്പനീസ് നോക്കുവാണെങ്കിൽ they are basically service providers. It's a labor arbitrage. Labor employee costs are cheaper in India than US. അപ്പോൾ you are outsourcing work. AI will take care. അങ്ങനത്തെ കുറേ ജോബ്സ് പോകും. ലോട്ട് ഓഫ് ഓട്ടോമേഷൻ വിൽ ഹാപ്പൻ. അത് കാരണമാണ് നമ്മുടെ IT സർവീസസിൽ ഒരു പ്രഷർ ഉള്ളത്. ആൻഡ് ദാറ്റ് ഇസ് ദ റീസൺ വി ആർ സീയിങ് സെല്ലിംഗ്. ബട്ട് നമ്മൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ TCS came out with a statement recently that they are investing in AI. Indian talent AI-ൽ ഉണ്ട്. ആസ് ഓഫ് നൗ ഓൺ ദ ഫോർ ഫ്രണ്ട് അത് വന്നിട്ടില്ല. ബട്ട് ഐ എം എക്സ്പെക്ടിങ് ദാറ്റ് ഇൻ ദ ഫോർസീബിൾ ഫ്യൂച്ചർ ഇന്ത്യൻ കമ്പനീസും കുറേ AI-ലേക്ക് കുറേ കൂടി അവരുടെ ഫോക്കസ് ഉണ്ടാവും. And given the performance that IT has and given the scope of data centers, of software development, of AI, I think IT ഒരു value, ഒരു contrarian, ഒരു value buy ആയിട്ടാണ് ഞാൻ അത് കാണുന്നത്. Including all these infrastructure IT companies as well as the software companies who are diversifying into AI related business. മറ്റുള്ള പാനലിസ്റ്റുകളൊന്ന് ക്ഷമിക്കണം, എനിക്ക് പ്രിൻസ് ഒരു 5 മിനിറ്റും കൂടെ എൻ്റെ കൂടെ ഉള്ളൂ. അപ്പോൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രിൻസിൻ്റെ അടുത്ത് ചോദിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. റാപ്പിഡ് ഫയർ. അതായത് പ്രിൻസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ IT സെക്ടറിൻ്റെ കാര്യം തന്നെ കാര്യം നമ്മളിപ്പോൾ ഇൻഡെക്സ് കമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവേ ഇന്ത്യൻ മാർക്കറ്റ് ഈസ് അറൌണ്ട് 6 to 7% ഡൗൺ ഫ്രം ദ പീക്ക് ലെവൽസ്. നമുക്കറിയാലോ, നമ്മളെല്ലാവരും കൂടുതൽ പറയുന്നത് ടാരിഫിൻ്റെ കാര്യമാണ് ബാധിച്ചത്, അല്ലെങ്കിൽ FI സെല്ലിംഗ് ആണ്, FPI സെല്ലിംഗ് ആണ്, ക്യാപിറ്റൽ ഗെയിൻസ് ആണെന്നൊക്കെ പറയണമെങ്കിലും ടാരിഫിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ടാരിഫ് കാരണം US ടാരിഫ് കാരണം ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഒന്നും നമ്മുടെ നിഫ്റ്റി 50 കോൺസ്റ്റിറ്റ്യുവൻസിലില്ല. നമ്മൾ കൂടുതലും നോക്കുമ്പോൾ ലെതർ ഗുഡ്സ് ആണെങ്കിലും ശരി, ഗാർമെൻറ്റ്സ് ആണെങ്കിലും ശരി, ജെംസ് ആൻഡ് ജ്വല്ലറി ആണെങ്കിലും ശരി, അക്വാകൾച്ചർ, സീ ഫുഡ് എക്സ്പോർട്ട് ആണെങ്കിലും ശരി, ഇതൊക്കെ ഔട്ട്സൈഡ് ഓഫ് നിഫ്റ്റിയാണ്. ഇൻഫാക്ട് മിഡ് ക്യാപ്പിൽ പോലും ഇല്ല, സ്മോൾ ക്യാപ്പും SME സെക്ടറിലുമാണ് കൂടുതൽ വരുന്നതെന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടാരിഫിൻ്റെ ഇമ്പാക്റ്റ് ശരിക്കും പറഞ്ഞാൽ മുതൽ 25 വരെ വിവിധ അസറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന് പൈസ വരുന്നവർക്ക് സ്വന്തമായിട്ട് കാശില്ല. നമ്മളെ പോലുള്ളവർ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് SIP വഴി മേടിക്കുന്നതിലാണ് ആ കാശുള്ളത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഓവർ വാല്യുവേഷൻ പല സെക്ടറിലും നിഫ്റ്റി ലെവലിൽ ഉണ്ടായിരുന്നു. അതിന് ടാരിഫ് ഒന്നും കാരണമല്ല, വാല്യുവേഷൻ നോക്കുമ്പോഴത്തേക്കും വളരെ പ്രൈസസ് ഹൈ ആയിട്ട് പോയി എന്നുള്ള. ബട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്ക് പ്രിൻസിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം, അതായത് ഇന്ത്യൻ മാർക്കറ്റിലെ സെല്ലിംഗ് ഉണ്ടല്ലോ, FISൻ്റെ സെല്ലിംഗ് നിഫ്റ്റി 50ൽ വരുമ്പോൾ ഈ FISൻ്റെ സെല്ലിങ്ങിനെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ പറയുന്ന പോലെ ഒരു പ്രൈസ് ഡിസ്കവറി മെക്കാനിസം ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടില്ല എന്നുള്ള. വാട്ട് എവർ സെല്ലിംഗ് ഈസ് ദെയർ ദാറ്റ് ഈസ് ബീയിങ് അബ്സോർബ്ഡ് ബൈ ദ മാർക്കറ്റ്. ശരിക്കുള്ള വാല്യുവേഷൻ അനുസരിച്ച് സ്റ്റോക്സ് താഴേക്കും വന്നില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻക്രിമെൻ്റൽ ആയിട്ടൊരു ബൈയിങ്ങും വരുന്നില്ല. കാര്യം വെച്ചാൽ ഒരു വാല്യൂ സോണിലേക്ക് സ്റ്റോക്കുകൾ വരുന്നില്ല എന്നുള്ള. ഒരു പെട്ടെന്നൊരു കറക്ഷൻ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ബൈയിങ് വരുമായിരുന്നു. കാര്യം പല സ്റ്റോക്സും വാല്യൂ സോണിലേക്ക് വരുമായിരുന്നു എന്നുള്ള. ബട്ട് അങ്ങനെ ഒരു സവിശേഷത കണ്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആ ഒരു ജനറൽ ട്രെൻഡിനെ കുറിച്ച് പ്രിൻസിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം. ഒന്ന്. രണ്ടാമത് ഈ ബഡ്ജറ്റിന് കാര്യം ഏതാണ്ട് ഒരു 2:45 പ്രിൻസിന് വേറെ ഒരു എൻഗേജ്മെൻ്റ് ആയിട്ട് പുറത്ത് പോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10 ഈ ബഡ്ജറ്റിന് എത്ര വരെ മാർക്ക് പ്രിൻസിന് കൊടുക്കാം? റൈറ്റ്, 2 ക്വസ്റ്റ്യൻസാണ്. ഒന്നൊരു ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ല. താങ്കളുടെ ഒബ്സർവേഷൻ, മാർക്കറ്റ് വാല്യുവേഷൻ അതായത് ഈ താരിഫ് ഇഷ്യൂ കൊണ്ട് താഴേക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ ഇൻഡെക്സിലേലും അത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ഇപ്പോൾ ഇൻഡെക്സിൻ്റെ കമ്പോണൻസ് എടുത്താൽ നമുക്കതിനകത്ത് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു സിഗ്നിഫിക്കൻ്റ് വെയിറ്റേജ് ഉള്ളൊരു സെക്ടർ അണ്ടർ പെർഫോം ചെയ്തിട്ടില്ല. ആക്ച്വലി താഴേക്കേ പോയിട്ടില്ല. പിന്നെ ഉള്ളത് മെറ്റൽസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ആക്ച്വലി ഔട്ട് പെർഫോം ചെയ്തു. ആക്ച്വലി താഴേക്ക് പോയ സെക്ടർ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ IT യും അതുപോലെ തന്നെ
കൺസപ്ഷൻ റിലേറ്റഡ് സ്റ്റോക്കുകളിലും കാര്യമായിട്ടുള്ള ഡൗൺഫോൾ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ IT-ലാണ് ഏറ്റവും പ്രധാനമായിട്ട് താഴേക്ക് വന്ന കാര്യം. പിന്നെ മീഡിയ, കുറേ സെക്ടേഴ്സ്, ആൻസിലറി ആയിട്ടുള്ള കുറേ സെക്ടേഴ്സുകളൊക്കെ താഴേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ ലിക്വിഡിറ്റി വരുന്നത് ഹെവി ആയിട്ട് ഇപ്പോൾ SIP വഴിയുള്ള ഇൻഫ്ലോസ് ഡൊമസ്റ്റിക് ഫണ്ട്സിലേക്ക് വരുന്നു. ഇത് ശരിയോ തെറ്റോ എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ബ്രോഡർ അസറ്റ് അലോക്കേഷൻ്റെ പാർട്ടായിട്ട് ആളുകൾ ഇപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റുകളിൽ നിന്നുള്ള അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള റിട്ടേൺ വരാത്തതുകൊണ്ടും മറ്റുമൊക്കെ അവിടെ നിന്ന് കുറേയേറെ ഫണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ വഴി വരുന്നുണ്ട്. കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ ആ മ്യൂച്വൽ ഫണ്ട് വഴി അങ്ങനെ നിക്ഷേപിച്ച ആളുകൾക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത റിട്ടേൺസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവരെ കൂടുതൽ കോൺഫിഡൻ്റ് ആക്കി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടെന്നുള്ളതാണ് സത്യം. ഇനി FISൻ്റെ സെല്ലിങ്ങും ഇതുമായിട്ട് നമ്മൾ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. FISൻ്റെ സെല്ലിങ്ങിന് പല റീസൺസ് ഉണ്ട്. കാര്യം ഗ്ലോബലി തന്നെ ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് ഈ കമ്മോഡിറ്റീസിലേക്കും മറ്റ് ക്രിപ്റ്റോ കറൻസി പോലുള്ള അസറ്റുകളിലേക്കും ഒക്കെ ഡൈവേർട്ടഡ് ആയിപ്പോയി. ആക്ച്വലി ഇക്വിറ്റി മാർക്കറ്റ്, എമർജിംഗ് മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് ഉണ്ടായി. അഥവാ ഇക്വിറ്റി മാർക്കറ്റിൽ ബൈയിങ് ഉണ്ടെങ്കിൽ അതൊരു കോൺസെൻട്രേറ്റഡ് ബൈയിങ് അമേരിക്കയിലുള്ള ഒരു 7-8 കമ്പനികളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. ഇപ്പോൾ S&P 500 തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കിയാൽ 500 സ്റ്റോക്കുള്ള S&P 500-ൽ ഒരു 450 സ്റ്റോക്കും താഴേക്കാണ് ആക്ച്വലി. പക്ഷേ ഈ ടോപ്പ് ഒരു 7-8 ഹെവി വെയിറ്റ് സ്റ്റോക്സുകൾ അതിനകത്ത് NVIDIAയും കൂടെ പെടും. അതിങ്ങനെ കുതിച്ച് കയറി പോകുന്നതുകൊണ്ട് S&P ഓൾ ടൈം ഹൈയിലാണ് പോയത്, ഡൗ ജോൺസും എല്ലാം ഹൈയിലാണ് പോയത്. അപ്പം ഈ ഫണ്ടുകളുടെ മൂവ്മെൻറ്റ്, പ്രത്യേകിച്ച് ETF മണി വന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ കമ്മോഡിറ്റി ഗോൾഡിൻ്റെ പ്രൈസും സിൽവറിൻ്റെ പ്രൈസും ഒക്കെ കഴിഞ്ഞ ദിവസം കയറിയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഹോട്ട് മണി ആയിട്ടുള്ള ETF-കളിലൂടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതൊരു മ്യൂച്വൽ ഫണ്ട് തന്നെയുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഇപ്പം അത് ഹെവിയായിട്ട് വന്ന് ഒരു വലിയൊരു വേവ് പോലെ സിസ്റ്റം മാർക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. പെർഫോം ചെയ്യുന്ന അസറ്റ് ക്ലാസ്സുകളിലേക്ക് വലിയ തോതിൽ ഡിസ്പ്രപ്പോർഷനേറ്റഡ് ഹൈ ആയിട്ടുള്ള അലോക്കേഷൻ വരികയും അത് വീണ്ടും ആ സ്റ്റോക്കുകളുടെ സെക്ടറിനെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അമേരിക്കയുടെ ഒരു ഗ്ലോബൽ ഇഷ്യൂ കൊണ്ടും ഡോളറിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടും ഒക്കെ ഗ്ലോബൽ അലോക്കേഷൻ മാറുന്നതാണ് FIS സെല്ലിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. രണ്ടാമത്തെ കാരണം ഇവിടുത്തെ ടാക്സ് സിസ്റ്റത്തിലെ ചില അനോമലീസും പൊതുവേ ഇപ്പം നമ്മൾ ഈ ഗ്ലോബൽ ക്യാപിറ്റലിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. ലോകത്ത് ഇഷ്ടംപോലെ രാജ്യങ്ങൾ ഒരു ടാക്സും ഇല്ലാതെ ഇൻവെസ്റ്റേഴ്സിന് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെയും ഫോറിൻ ഡയറക്റ്റ് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോളിസിയുമായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ അത്രയും ഡെസ്പറേറ്റ് ആണോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പം മ്യൂച്വൽ ഫണ്ടുകൾക്ക് വലിയ തോതിൽ കാശ് വരുന്നുണ്ട്, അവർ FIS വിൽക്കുന്നതെല്ലാം മേടിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് വില ഒത്തിരി താന്നില്ല എന്ന് പറയാനൊക്കത്തില്ല. ഒരു കാരണമുണ്ട്, കുറച്ചൊക്കെ താന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിനിടയ്ക്ക് ഒരു ഏണിങ്സ് വന്നിട്ട് ഇത് ക്യാച്ചപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഉറപ്പായിട്ട് ഉണ്ടോ, എന്നാലും ചില കമ്പനികളൊക്കെ 10-15% ഒക്കെ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്യൂമുലേറ്റീവായിട്ട് നമ്മൾ നിഫ്റ്റി നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രൈസിൽ തന്നെ ഇപ്പോൾ 26,000 നിഫ്റ്റി നടത്തും 25,000 വരെ താന്നുള്ളൂ എന്ന് പറഞ്ഞാലും ഈ ലെവലിൽ ആക്ച്വലി ദർ ഈസ് ആൻ ഇംപ്രൂവ്മെൻറ്റ്. ബിക്കോസ് ഈ 2 വർഷത്തെ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്, കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ. ഈ വർഷത്തെ ആദ്യത്തെ 2 ക്വാർട്ടറൊന്നും അത്ര നല്ലതല്ലായിരുന്നു. Q3 ആവറേജ് ആയിരുന്നു, Q4 ബെറ്റർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇയറിൽ നോക്കുമ്പോൾ നമുക്കൊരു 7% GDP ഗ്രോത്തും ഏർണിങ്സിൽ ഒരു 5 to 7% അല്ലെങ്കിൽ 8% ഗ്രോത്തും ഒക്കെ വരുമ്പം ഈ വാല്യുവേഷനൊക്കെ ഇപ്പോൾ ഏതാണ്ട് കുറച്ചൊക്കെ റീസണബിൾ ആയി എന്ന് പറയാം. ഓവർ വാല്യുവേഷൻ അല്ല. നോമിനൽ GDP പെഗ് ചെയ്തിരിക്കുന്നത് 10 ആണ്. ഇപ്പോൾ 8.1 എങ്ങാണ്ടേ ഉള്ളൂ 26 എന്നുള്ളത്. അപ്പോൾ 10 എന്ന് പറയുമ്പോഴത്തേക്കും കോർപ്പറേറ്റ് ഏർണിങ്സ് കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള. പിന്നെ ഒരു കാര്യം കൂടെ പ്രിൻസിന്റെ അറിവിലേക്ക് ഒന്ന് ആഡ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ FIS പെർഹാപ്സ് ഇന്ത്യ ഈസ് ദ ഓൺലി മേജർ ഡെവലപ്ഡ് മാർക്കറ്റ്. നമ്മൾ FISനെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനെ സോഴ്സിൽ തന്നെ ടാക്സ് ചെയ്യുന്ന ഒരു കൺട്രി. മറ്റുള്ളവരെല്ലാവരും ഡെവലപ്പ് മാർക്കറ്റ് ആക്കിയോ? അതായത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പൊ മറ്റുള്ളതൊക്കെ ഏതാണ്ട് അവരുടെ റെസിഡന്റ് സ്റ്റേറ്റസ് അനുസരിച്ചാണ് ടാക്സ് ചെയ്യുന്നത്. അതായത് എവിടെ നിന്നാണോ വരുന്നത് അവിടെയാണ് ടാക്സിന് വേണ്ടി വരുന്നത്. ഇവിടെ സോഴ്സിൽ തന്നെ ടാക്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡെവലപ്പിംഗ് നേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പാടില്ല. കാര്യം നമുക്കൊരു ഹെൽത്തി ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ആവശ്യമുണ്ട്. കാര്യം വലിയൊരു ഈ ബജറ്റിൽ കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ കറക്റ്റ് ആണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്റർനാഷണൽ പ്രാക്ടീസ് അനുസരിച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രീറ്റി ഒക്കെ ഉണ്ട്, ഡബിൾ ട്രീറ്റി ഒക്കെ ഉള്ള അത് മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ സോഴ്സിൽ ടാക്സ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതൊക്കെ ഒരു ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഇറിറ്റേഷൻ തന്നെയാണ്. അവർ ഒരു ടാക്സ് ഒക്കെ കംപ്ലൈ ചെയ്യുന്ന ആളുകൾ തന്നെ ആയിരിക്കും ലോകത്ത് എവിടെയെങ്കിലും ഏത് രാജ്യത്താണോ അവരുടെ സോഴ്സ് അവിടുന്ന് അവർ ടാക്സ് കംപ്ലൈ ചെയ്യുന്നുണ്ടാവും. അല്ല, അല്ലെങ്കിൽ തന്നെ 2 രീതിയിൽ FISനെ ട്രീറ്റ് ചെയ്യാം. സോവറിൻ ഫണ്ട്സിനെ ഗ്രീൻ ചാനലിൽ കൂടെ ട്രീറ്റ് ചെയ്ത് കൊടുക്കാം, മറ്റുള്ള ഹെഡ്ജ് ഫണ്ട്സിനെ വേണമെങ്കിൽ സ്പെക്കുലേറ്റീവായിട്ട് കാണുകയും ചെയ്യാം. അതിന്റെ ഒരു റിഫോംസും ഈ ബഡ്ജറ്റിൽ കണ്ടില്ല എന്നുള്ളതാണ് ഐശ്വര്യമായിട്ട്. അതൊക്കെ ബജറ്റിലെ ന്യൂനതകൾ തന്നെയാണ്. പിന്നെ എൻ്റെ ലാസ്റ്റ് താങ്കൾ ചോദിച്ച ഒരു ആൻസർ കൂടെ ഞാൻ പറയാം. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റിൽ ഈ ക്യാപിറ്റൽ മാർക്കറ്റിന് ഡയറക്റ്റായിട്ടൊരു സപ്പോർട്ട് കിട്ടിയില്ല, STT കൂട്ടി എന്നുള്ളൊരു നെഗറ്റീവ് ഒഴിച്ചാൽ വേറെ നെഗറ്റീവ്സ് ഒന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റിഫോം ചെയ്യാനുള്ള അവസരമായിരുന്നു. എന്തുകൊണ്ടോ റിഫോംസിലേക്ക് അവർ വന്നില്ല. കാര്യം എനിക്ക് തോന്നുന്നത് കാര്യമായിട്ടുള്ള റിഫോംസ് അനൗൺസ്മെൻറ്റിലേക്ക് വന്നില്ല. കാരണം
എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ഇലക്ഷനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും, ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ് ഇലക്ഷൻസ് ഒക്കെ കിടക്കുന്നതുകൊണ്ടായിരിക്കും അത് ചെയ്യാത്തത്. പിന്നെ ഉള്ളത് ഒരു കുറച്ചൊരു കടമ്പെടുത്തതിൽ ഡെഫിസിറ്റ് 4.3 എന്നുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക, കഴിഞ്ഞ ഓണത്തെക്കാളും ബെറ്ററായിട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു അഡമൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ എടുത്തത് അത് കുറച്ചൊരു കടന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇത്തവണ കുറച്ച് വലിയ എക്കണോമിസ്റ്റുകൾ പോലും പറഞ്ഞത് ഒരു 4.5 4.6 ഒന്നും ആയാലും കറൻസിയിലൊന്നും വലിയ വിഫോളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അതുകൊണ്ട് ബോണ്ട് പ്രൈസസിലുള്ള ഇൻക്രീസ് ഒന്നും ഈൽഡിൽ ഇൻക്രീസ് ഉണ്ടാകാൻ പോകുന്നില്ലെന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്നിട്ടും ഗവൺമെൻറ് അത്രയും അഡമൻ്റായിട്ടൊരു സ്റ്റാൻഡ് എടുത്തത് എന്താണ് എന്നുള്ളതും ഒരു നെഗറ്റീവാണ്. ഈ 2-3 ചെറിയ നെഗറ്റീവ്സ് വെച്ചിട്ട് ഞാനൊരു 7.5-8 ലെവൽ വരെ ഇതിനൊരു ഔട്ട് ഓഫ് 10 നോട്ട് ബാഡ് എന്നുള്ളതാണ് എൻ്റെ വ്യൂ. സോ താങ്ക് യു സോ മച്ച് പ്രിൻസ്, ഇത്രയും നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന്. കാര്യം പ്രിൻസിന് മറ്റുള്ള പ്രൈവറ്റ് എൻഗേജ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം അറിയാം, പ്രിൻസിന്റെ കുറച്ച് ക്ലയൻസും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു പോസ്റ്റ് ബഡ്ജറ്റ് ഡിസ്കഷൻ നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും. ഓക്കെ, എനിക്ക് ഇനി അക്ഷയ എടുത്തും പ്രദീപിനടുത്തും പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ചെറിയൊരു അപ്ഡേറ്റ് എനിക്ക് ഡെസ്കിൽ നിന്ന് വേണം, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ സഫ്വാൻ അല്ലെങ്കിൽ നിഖിൽ PCR ഒന്ന് കണക്ട് ചെയ്താൽ കൊള്ളാം. അതായത് ബഡ്ജറ്റിൽ ഏതൊക്കെ സെക്ടേഴ്സിനാണ്, ഏതൊക്കെ സ്റ്റോക്സിനാണ് കൂടുതൽ അലോക്കേഷൻ കിട്ടിയതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതുകൊണ്ട് എനിക്കൊരു ലൈവ് അപ്ഡേറ്റിൻ്റെ ആവശ്യമുണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. തീർച്ചയായും സാർ, ഇപ്രാവശ്യത്തെ ഒരു അലോക്കേഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സെഗ്മെന്റിന് വലിയ രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 40,000 കോടി രൂപയുടെ ഒരു അലോക്കേഷൻ ആയിരുന്നു ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് മേഖലയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ശ്രദ്ധേയമായിട്ട് എടുത്ത് കാണാനായിട്ടുള്ളത് ഡിക്സൺ ടെക്നോളജീസിനെ സംബന്ധിച്ചിടത്തോളമാണ്. ഡിക്സനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ സമീപ കാലത്തുള്ള ഒരു പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഫോൾ ആയിരുന്നു. എന്നാൽ വളരെ സ്ട്രക്ചറലി പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് നിലവിലുണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു ഡിക്സന്റെ ഒരു ടെക്നിക്കൽ സ്റ്റേറ്റ് എങ്ങനെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് സഫാൻ? ടെക്നിക്കലി നമുക്കറിയാം ഡിക്സൺ ടെക്നോളജി നല്ല സ്റ്റോക്ക് ആണെങ്കിൽ പോലും ടെക്നിക്കലി വീക്ക്നെസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നമുക്കറിയാം ഓവറോൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് അപ് ട്രെൻഡിൽ, അതായത് നമുക്കറിയാം ഈ ലെവലിലെല്ലാം ട്രെൻഡ് ലൈൻ പ്രോപ്പറായി വർക്ക് ആയതിനു ശേഷമാണ് ഈ ലെവലിൽ നമുക്കൊരു ബ്രേക്ക് ഡൗൺ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് മാർക്കറ്റിൽ ഇങ്ങനെ വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സ്റ്റോക്സ് അതിന്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് കണ്ടിന്യൂസ് അപ്സറാൽ നടന്നതിന് ശേഷം ആ ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഡൗൺ നടന്നതിന് ആ സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള വീക്ക്നെസ് നമുക്കറിയാം. ഇവിടെ ഒരു ബ്രേക്ക് ഡൗണിന് ശേഷം കണ്ടിന്യൂസ് സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ ഇവിടെ ഒരു റാലി അറ്റംപ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് സസ്റ്റെയിൻ ചെയ്യാതെ വീണ്ടും ഒരു വീക്ക്നെസ്, അതായത് ഇവിടെയും ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അവിടുന്ന് ബ്രേക്ക് ഡൗൺ ആണ് കാണാൻ സാധിക്കും. ഡിക്സൺ കറന്റ് ഒരു ടെക്നിക്കലി വീക്ക് സ്റ്റേജിലാണ് ട്രേഡ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഈ ഒരു ബ്രേക്ക് ഡൗൺ നടന്ന ഏരിയ എങ്കിലും മറികടക്കണം ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ. ഇത് നമുക്ക് ഓവറോൾ മാർക്കറ്റിൽ കാണാൻ പറ്റുന്ന ഒരു സെനാരിയാണ്. അതായത് ഒരു സ്റ്റോക്ക് കണ്ടിന്യൂസ് അപ് ട്രെൻഡിൽ ട്രേഡ് ചെയ്തതിനു ശേഷം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ബിയറിഷ് ഫേസിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു ലോങ് കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകും. അത് സെയിം സെനാരിയോ തന്നെയാണ് ഡിക്സൺ ടെക്നോളജീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് ആംബറിലേക്ക് വരികയാണെങ്കിൽ ആംബറിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് രംഗത്ത് തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയാണ്. ഇന്നത്തെ ഒരു ബജറ്റിന് ശേഷം വിപണിയിൽ പരിശോധിക്കുകയാണെങ്കിലും മറ്റ് സെക്ടറുകളും ഒക്കെ തന്നെ ഒരു രീതിയിലുള്ള ഒരു വളരെ ബെയറിഷ് ആയിട്ടുള്ള ഒരു സെന്റിമെന്റ് കാണിക്കുകയാണെങ്കിലും നിലവിൽ ഏകദേശം 4% മുകളിലുള്ള ഒരു നേട്ടമാണ് നിലവിൽ ഇപ്പോൾ ആംബറിനെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ആംബറിന്റെ ഒരു ടെക്നിക്കൽസ് നിലവിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ആംബറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ടെക്നിക്കലി വീക്ക്നെസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ലെവലിലെല്ലാം നമുക്കറിയാം ഒരു പാനിക് സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കറന്റ് ബോട്ടം ലെവലിൽ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു ഡെഡ് കാറ്റ് ബൗൺസ് ആവാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് പല അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം 8144 എന്ന ലെവൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് സോണായി കറന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ലെവൽ മറികടന്നാൽ മാത്രമേ ഒരു ട്രെൻഡ് കൺഫർമേഷൻ ലഭിക്കുകയുള്ളൂ. മേ ബി ഒരു റേഞ്ച് കൺസോൾട്ടേഷനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. ഇവിടുത്തെ ടെക്സ്റ്റൈൽ രംഗത്തേക്കാണ് അടുത്തത് നമുക്ക് വരാനായിട്ടുള്ളത്. ടെക്സ്റ്റൈൽ മേഖലയെ പരിശോധിക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു നീക്കുവെപ്പുകൾ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റൈൽ മേഖലയ്ക്ക്. അതായത് താരിഫ് പ്രതിസന്ധിക്ക് ശേഷം പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ തിരിച്ചടി നേരിട്ടിട്ടുണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നിലവിൽ ഇപ്പോൾ ടെക്സ്റ്റൈൽസിന് വലിയ രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം ലഭിക്കുന്നു. അതായത് ടെക്സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ ടെക്സ്റ്റൈൽസിനും ഒരു ഇമ്പോർട്ടൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു, പരമ്പരാഗതമായിട്ടുള്ള ടെക്സ്റ്റൈൽ ബിസിനസ്സിനും ലഭിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ ഗോകുൽദാസ് എക്സ്പോർട്സിൻ്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു വീക്ക് മാർക്കറ്റ് സിനാരിയോയിൽ നിലവിലിപ്പോൾ 11% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗോകുൽദാസിന് സാധിക്കുന്നുണ്ട്. ഗോകുൽദാസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലിപ്പോൾ ടെക്നിക്കൽസ് എന്താണ് സൂചിപ്പിക്കുന്നത്? ടെക്നിക്കലി ഒരു വീക്ക് ട്രെൻഡിൽ തന്നെയാണ് സ്റ്റിൽ ട്രേഡിംഗ് എന്ന് പറയാൻ സാധിക്കും. മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആർ ലോ ആയിട്ടാണ് പല അനലിസ്റ്റുകളും സ്റ്റേറ്റ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ഹൈ ലെവലെല്ലാം വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് ഈ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. കണ്ടിന്യൂസ് ബിയറിഷ് ക്യാൻഡിൽസ് ഫോർമേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. 1007 എന്നത് ഒരു സപ്ലൈ സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ ലെവൽ മറികടന്നാൽ മാത്രമേ ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെൻഡ് കൺഫർമേഷൻ ലഭിക്കുള്ളൂ. അല്ലാത്ത പക്ഷം മോർ കറക്ഷൻ പോസിബിലിറ്റി എന്നതാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ. അടുത്തായിട്ട് അരവിന്ദ് ഫാഷൻസിലേക്കാണ് വരാനുള്ളത്. നിലവിൽ ഒരു ഇടിവാണ് അരവിന്ദ് ഫാഷൻസിനെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുന്നത്. അരവിന്ദ് ഫാഷൻസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ടേക്ക് എന്താണ്?
ഈ ഒരു ഓഹരിയിലും നമുക്ക് ടെക്നിക്കലി വീക്ക്നെസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ട്രെൻഡ് റിവേഴ്സൽ ലഭിക്കണമെങ്കിൽ 572 എന്ന മേഖല മറികടക്കണം. ഇതൊരു ഇപ്പോൾ ഒരു റീകവറിക്ക് അറ്റംപ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര സ്ട്രോങ് ട്രെൻഡ് അല്ല. എന്നിരുന്നാൽ പോലും ഒരു സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത് 384, 370 എന്ന സോണാണ്. മേ ബി അതൊരു സ്ട്രോങ് ഡിമാൻഡ് സോൺ. ഏറ്റവും വേഴ്സ്റ്റ് കേസ് സെനാരിയിൽ പോലും അതൊരു സ്ട്രോങ് ഡിമാൻഡ് സോണായി ഈ ഒരു ഓഹരിയിൽ ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ബജറ്റിലെ ചില സെക്ടറുകൾക്ക് നൽകിയിരിക്കുന്ന ഒരു അലോക്കേഷനും അതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില ഓഹരികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഓവർ ടു യു സുരജ് സർ. സഫ്വാൻ, നമുക്ക് PCR ന്ന് എനിക്ക് അക്ഷയ് ഒന്ന് ജോയിൻ ചെയ്താൽ കൊള്ളാം. അക്ഷയ്, വെൽക്കം ബാക്ക്. യെസ്, താങ്ക് യു. അക്ഷയ്, ഇപ്പോൾ നമ്മളൊരു ഫൈനൽ റൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ അക്ഷയ്, എന്താണ് നമുക്കിപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ സാധാരണ ഒരു ആൾക്കാർക്ക് ഈ ഒരു കൊല്ലം എങ്ങനെയായിരിക്കണം അവരുടെ ഒരു അസറ്റ് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനകത്ത് ഗോൾഡിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ഈ നമ്മൾ സ്റ്റോക്സിൽ തന്നെ എങ്ങനെയൊക്കെ ഒരു ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നുള്ള രീതിയിൽ അലോക്കേറ്റ് ചെയ്യണം, ഏത് സെക്ടറിലായിരിക്കും കുറച്ചുകൂടി ഒന്ന് സ്ക്യൂ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പിടിക്കേണ്ടത്, എന്തായിരിക്കണം ഒരു എക്സ്പെക്റ്റേഷൻ, അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഐ വാണ്ട് ഫ്രം യു ഹൗ യു റേറ്റ് ദ ബഡ്ജറ്റ്, ഗിവൺ എ ചാൻസ് ടു ഗിവ് എ മാർക്ക് ഔട്ട് ഓഫ് 1 to 10. എവിടെയായിരിക്കും ഒന്ന് പെൻ ഡൗൺ ചെയ്യണം? ഡോട്ട് പ്ലോട്ടിലാണെങ്കിൽ അക്ഷയ് എവിടെയായിരിക്കും ഒന്ന് കുത്തുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. Okay. Suraj, first I think you've been asking very intelligent questions to the panelists. That shows how deep your knowledge is. I must say that. Coming to the question you have about ഏതായിരിക്കണം നല്ല സെക്ടർ ആൻഡ് അലോക്കേഷൻ, കഴിഞ്ഞ കൊല്ലം നോക്കുവാണെങ്കിൽ ഡോളർ ടേംസിൽ ഇന്ത്യ ഹാസ് ബിൻ വൺ ഓഫ് ദ വേർസ്റ്റ് പെർഫോമിംഗ് മാർക്കറ്റ്സ്. Markets was down 6-7%. Your currency was down another 6%. One of the worst performing markets ആയിരുന്നു ഇന്ത്യ. At the same time നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മൾ ലൈക്ക് യു വർ സെയിങ് ഏർലിയർ, നിഫ്റ്റീൻ്റെ പെർഫോമൻസ് നമ്മൾ മാറ്റിയെടുക്കുവാണെങ്കിൽ ആവറേജ് ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 1-1.5 കൊല്ലത്തിൽ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്സ് ഔട്ട് ഓഫ് ദി നിഫ്റ്റി 500 ഷെയർസ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു മീഡിയൻ ഫോൾ ഇസ് അബൌട്ട് 30%. 30% fall is very large. Plus earnings have generally gone up. So നമ്മൾ നോക്കുവാണെങ്കിൽ Indian markets relative to what they were 2 years back are much cheaper now, almost like 25, 30, 40% cheaper if you look at what it was earlier. But that itself makes the market very attractive. And because correction കൂടുതൽ വന്നത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പാണ്, ഐ തിങ്ക് അവിടെ ഇച്ചിരി കൂടി അലോക്കേഷൻ കൂട്ടാം. ഞങ്ങൾ നോർമലി ക്ലയൻസിൻ്റെ അടുത്തും എൻ്റെ പേഴ്സണലി നോക്കുവാണെങ്കിൽ 50% അലോക്കേഷൻ ഞങ്ങൾ കൊടുക്കുന്നത് ലാർജ് ക്യാപ്സ് ആണ്, 30% മിഡ് ക്യാപ്സ് ആൻഡ് 20% സ്മോൾ ക്യാപ്സ്. ഇതാണ് ഞങ്ങളുടെ സാധാരണ ഞങ്ങൾ ചെയ്യുന്നത്. But now I think the allocation for the mid cap should go up slightly. Maybe you can have instead of 30, maybe 40-45% in mid caps, maybe 15-20% in small cap, and the rest in large cap. That is what I think. Sector wise നോക്കുവാണെങ്കിൽ ഞാൻ 2 സെക്ടേഴ്സിലാണ് ഐ തിങ്ക് ഒരു വാല്യൂ ഉള്ളത്. ഇപ്പോൾ ഒന്ന് IT, ഫോർ ദ റീസൺസ് ഞാൻ ഇച്ചിരി നേരം മുമ്പ് പറഞ്ഞതിൻ്റെ ഒരു അണ്ടർ പെർഫോമൻസ് ലാസ്റ്റ് ഫ്യൂ ടൈംസ് കുറേ ടെയിൽവിൻസ് ഉണ്ട്. ഒന്ന് ഗവൺമെന്റിന്റെ ഫോക്കസ് ഓൺ ദി IT ഇൻഫ്രാസ്ട്രക്ചർ വളരെ നല്ലതാണ്. AI-ന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് IT കമ്പനീസ് ആർ ഗോയിങ് അപ്പ്. ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ IT ഐ തിങ്ക് ഒരു നല്ലൊരു സെക്ടർ ആയിരിക്കും ഫോർ ദ ഫ്യൂച്ചർ. സിമിലർലി ഹെൽത്ത് കെയർ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ സെക്ടേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇൻഫ്ലേഷൻ കാണുന്നത് ഹെൽത്ത് കെയറിലാണ്. അപ്പോൾ when I say healthcare, I don't only mean pharma. It can be hospitals, it can be research organizations, it can be service providers. എല്ലാം ഒരു ഹെൽത്ത് കെയർ ഒരു നല്ലൊരു പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. അതും ഒരു അണ്ടർ പെർഫോമൻസ് ആയിരുന്നു കണ്ടത് കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ. അപ്പോൾ ഈ 2 സെക്ടേഴ്സ് ഐ സി ആസ് വാല്യൂ ബൈസ്, IT ആസ് വെൽ ആസ് ഹെൽത്ത് കെയർ. കമ്മിങ് ടു ദ ബജറ്റ് റേറ്റിംഗ്, നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ആ STT ആംഗിൾ നമ്മൾ നിർത്തുവാണെങ്കിൽ അത് സെറ്റപ്പ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ കണ്ടിന്യൂറ്റി ബജറ്റ്. നമ്മൾ സർവീസസിൽ കുറെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറിൽ കുറെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, സ്കിൽ ഡെവലപ്മെന്റിൽ ചെയ്തിട്ടുണ്ട്, IT ഇൻഫ്രാസ്ട്രക്ചർ, AI എല്ലാ കാര്യത്തിലും നമ്മൾ ഓൾ ഇൻഡസ്ട്രീസ് നമ്മൾ നല്ലൊരു ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ കണ്ടിന്യൂറ്റി ബജറ്റ്, മോർ ഫോക്കസ്ഡ് ഓൺ സർവീസസ് ആൻഡ് ആ ഒരു പോളിസി കണ്ടിന്യൂവേഷൻ. അപ്പം ആ ആംഗിളിൽ ഐ വുഡ് പോസിബിളി ഗിവ് ഇറ്റ് 8. ഞാൻ ഒരു പോയിന്റ് STT കുറയ്ക്കുന്നതിന് വേണ്ടി ഐ വിൽ ഗിവ് ഇറ്റ്. ബട്ട് ഓവറോൾ ഐ തിങ്ക് മൈനസ് ദാറ്റ് as far as the economy is concerned, I think I would rate it 8 എങ്കിലും കൊടുക്കാം എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ അക്ഷയ്, ഐ വാണ്ട് എ ലാസ്റ്റ് ആൻസർ ഫ്രം യു. പബ്ലിക്കിന് അറിയുമോയെന്നറിയില്ല, നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അറിവിലേക്ക് പറയുകയാണ്. നമുക്കിപ്പോൾ അറിയാലോ
ടാരിഫിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ ഗാർമെന്റ് അല്ലെങ്കിൽ അപ്പാരൽ എന്നുള്ള കാര്യം. അതിൽ ആ സെക്ടറിൽ ഏറ്റവും വലിയൊരു വെൽത്ത് ക്രിയേഷൻ നടത്തിയ ഒരു ഗ്രൂപ്പാണ് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് എന്നുള്ളത് മിസ്റ്റർ അക്ഷയ് അഗർവാളും അക്ഷയ് അഗർവാലിൻ്റെ കമ്പനിയായിട്ടുള്ള അക്യൂമെൻ്റെ പ്രൊപ്പറേറ്ററി ഇൻവെസ്റ്റ്മെൻറ്റ്സ്. കിറ്റെക്സ്, അതായത് ഇന്നിപ്പോൾ പൊളിറ്റിക്കലി ഫേമസ് ആയിട്ടുള്ള കിറ്റെക്സ് എനിക്ക് തോന്നുന്നു ലെസ് ദാൻ 5 rupees, 5 രൂപയ്ക്ക് താഴെയാണോ അക്ഷയ്? Yeah, I mean, we started buying at less than 5 rupees. അതെ, ലെസ് ദാൻ 5. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 രൂപ 3 രൂപയ്ക്കൊക്കെ മേടിച്ച സ്റ്റോക്ക് വളരെ വലിയ മൾട്ടി ബാഗർ ആയ ഉള്ളൊരു ലെവലിലേക്ക് പോയത് അക്ഷയും അക്ഷയ ടീമിൻ്റെയും ഒരു വലിയൊരു റിസർച്ചിൻ്റെ സക്സസ് ആണ് എന്നുള്ള കാര്യം പ്രേക്ഷകർ മറക്കരുത് എന്നുള്ളതാണ്. അക്ഷയ്, ആ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇത്രയും നന്നായിട്ട് അറിയുന്നുള്ള ആൾ, പൊതുവേ നമുക്ക് വ്യൂവേഴ്സ് ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. ഇതൊരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസ് ആയിട്ടോ പ്രേക്ഷകർ വിചാരിക്കരുത്. കാര്യം ഞങ്ങൾക്കൊക്കെ കംപ്ലയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ചോദ്യം ചോദിച്ച കാരണം ഞാൻ അക്ഷയോട് ചോദിക്കുന്നു, ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റും ഇപ്പോഴത്തെ ടാരിഫിൻ്റെ ഇഷ്യൂവും കൊണ്ട് കിറ്റെക്സിൻ്റെ സ്റ്റേറ്റസ് എന്താണ് അക്ഷയ്? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ പ്രോസ്പെക്ട്സ് ഓഫ് ദ കിറ്റെക്സ് ആസ് വി മൂവ് ഫോർവേഡ്? Please don't take it as any recommendation or anything. But yes, textile generally a challenge in because of the tariffs. India is now much more expensive than other countries. Appo tariff koreyana vare US ആണ് ഏറ്റവും വലിയ buyer, especially Kitex nu vendi almost the entire production is sold to US, and the US market ninnu poyapatheke now they have to look at other markets now. It can be Europe, domestic market valliya market aanu, and compared to the margins avarku export cheyyumbo kittana margins ne kaatti much better margins they can make if they sell in India in retail. But then other long term, Sabu's talked about setting up 3,000 point of sales across India. But the point is other time consuming sayanamana. It's a reasonably difficult and time consuming thing. Short term there are challenges, but long term it should be okay. A lot will depend on two things. One, what happens to the US tariffs? Are we able to roll back? And even if they roll back to 25%, you're still 7-8% more expensive than a Vietnam or a Bangladesh. Our challenge in similarly finding out new markets in Europe. All those challenges remain, but then it's corrected almost high no nokkwaning. It's almost corrected now, 40% almost corrected is it under short term challenges under, but long term I think because textile sector government into a priority sector ആണ്, because അത്രയും employments ഉണ്ട്, അത്രയും ആൾക്കാർ അതിന്റെ മുകളിൽ dependent ആണ്. അപ്പോൾ government will come out with something. We are very confident. Short term challenges ഉണ്ട്, but long term I think it should be fine. ഓക്കെ അക്ഷയ്, പാർഡൻ മീ, ഐ എം ഗെറ്റിംഗ് എംറ്റി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ഞാൻ കിറ്റെക്സിൻ്റെ കാര്യം പറഞ്ഞതോടുകൂടി അക്ഷയുടെ പോപ്പുലാരിറ്റി ഭയങ്കരമായിട്ട് കയറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ സ്പെക്ടേറ്റേഴ്സും വ്യൂവേഴ്സും പറയുന്നത് വെച്ചാൽ വി നീഡ് അക്ഷയ് സർ സം മോർ ടൈം എന്നുള്ളതാണ്. കൈൻഡ്ലി ബെയർ വിത്ത് us. എനിക്ക് 2-3 ക്വസ്റ്റ്യനും കൂടെ അക്ഷയ്ക്ക് ഫോളോ അപ്പ് ആയിട്ട് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. അക്ഷയ്, ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ലെറ്റ്സ് കം ബാക്ക് ടു ദ ലാർജർ പിക്ചർ. അക്ഷയ് പറഞ്ഞെടുത്ത് നിന്ന് ഞാൻ തുടങ്ങാം. ഡേറ്റാ സെൻറ്റേഴ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഒരു റിപ്പോർട്ട് അടുത്ത കാലത്ത് വന്നിരുന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് ഫ്രം മോർഗൻ സ്റ്റാൻലി ആണെന്ന് തോന്നുന്നു. അതായത് അവർ പറഞ്ഞു വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ക്യാപെക്സ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് കമ്മിങ് ടു 38-40% ഓഫ് US GDP, ആൻഡ് ദാറ്റ് ഈസ് ഡ്രൈവിംഗ് ദ മാർക്കറ്റ്സ് അപ്പ്. നമുക്കറിയാലോ അവിടെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് US മാർക്കറ്റ് പോകുന്നത്. ഇഫ് യു ലുക്ക് അറ്റ് S&P 500, 491 സ്റ്റോക്സിൻ്റെ പെർഫോമൻസും വളരെ പരിതാപകരമാണ്. 9 സ്റ്റോക്സ്, അതായത് മാക് 7 പ്ലസ് ബ്രോഡ്കോം പ്ലസ് പലാന്റർ ആണ് ഈ പറഞ്ഞ പോലെ എല്ലാ പെർഫോമൻസും തരുന്നതെന്നുള്ളത്. ബട്ട് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ബൈ അറൌണ്ട് 2028 or 2029 the kind of investments or capex that is coming on to the data center or artificial intelligence capability could be somewhere around $3 trillion. But however, cash flow from that investment maximum പോയാൽ 1.5 trillion കിട്ടുള്ളൂ. അതായത് 50% എന്ന് പറയുന്നത് ഏതാണ്ട് ലോസ് പോലെയാണ് അവിടെ മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ NVIDIAയുടെ CEOൻ്റെ നമ്മൾ സംസാരം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറം ഡാവോസിൽ നടന്നപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ മാൻകൈൻഡ് കണ്ടയിലെ ഏറ്റവും ലാർജസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ പറയുന്ന പോലെ ഡേറ്റാ സെൻറ്റേഴ്സ്, ക്ലൗഡ് സർവീസസ് അല്ലെങ്കിൽ AI കേപ്പബിലിറ്റീസിൽ നടക്കുന്നതെന്നുള്ള. US ക്യാൻ അഫോർഡ് ടു ഹാവ് ദിസ്. കാര്യം എന്ന് വെച്ചാൽ അവിടെ അത്രയ്ക്ക് മാത്രം ബോണ്ട് ഡീൽസ് ചീപ്പാണ്,
ചീപ്പർ ക്രെഡിറ്റ് ആയി തുടങ്ങി. കാര്യം ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ ഫെഡ് ചെയർ മാറിക്കഴിഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും വരും. അവർക്ക് ആ സർക്കുലറായിട്ടുള്ള ഫണ്ടിങ് നടത്തിക്കൊണ്ടുപോയി മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ബട്ട് ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല. എവിടെ നിന്നാണ് നമുക്ക് ഈ റിസോഴ്സ് കിട്ടണമെന്നുള്ള, ബിക്കോസ് വി ഹാവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റീസ്, ഡേറ്റാ സെൻറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, EV, സോളാർ പാനൽ, ഡിഫൻസ്, എയറോസ്പേസ്, ഇതിനൊക്കെ കാശ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ചെയ്യാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ദ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ഇസ് വെരി ഹൈ. വി നീഡ് ദ ഇക്വിറ്റി ക്യാപിറ്റൽ, വി നീഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്. ബട്ട് വേർ ഈസ് ദിസ് FII കമ്മിങ് ഫ്രം? നമ്മൾ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിന് നമുക്കൊരു ടിങ്കറിങ് ചെയ്യാതെയും STTയിൽ കൂട്ടുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നെഗറ്റീവ് എൻവയോൺമെൻറ്റിൽ വിൽ വി ബി ഏബിൾ ടു അട്രാക്ട് ദാറ്റ് മച്ച് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്നുള്ളതാണ്. അപ്പോൾ ഡേറ്റാ സെൻറ്റർ, ക്ലൗഡ് സർവീസസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ കൊള്ളാം. ബട്ട് അതിന് വേണ്ടിയിട്ട് എവിടെ നിന്നാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ അക്ഷയ്ക്കുണ്ട്? ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് എ ബിഗർ ഓപ്പർച്യൂണിറ്റി ആറ്റ് യു റൈറ്റ്ലി സെഡ്, ബട്ട് വേർ ഇസ് ദിസ് ഫണ്ടിങ് ഗോണ കം ഫ്രം? See, funding, we need to realize that end of the day, it's a global world and money chases returns. അപ്പോൾ നമ്മൾ whether it is US today, the returns Magnificent 7 are giving fantastic returns, commodities are giving fantastic returns, so money is chasing them. The minute they see opportunity in some other country, it could be India, it's China today, it could be India tomorrow, some of the money will definitely come back, because end of the day it's all about returns. Everywhere കൂടുതൽ കിട്ടണം. The whole global economy is looking at where do you generate alpha. Wherever they see alpha, money will flow there. Number one. Number two, India also, now in today's budget, the government was talking about a new set of reforms for banking. How can you make Indian banking much more vibrant given today's time? So that is one major thing. Like for example, Indian banks there are not too many banks which come in the global top 25. Only 2 banks in India illu. So anganeyakku nokumbol I think a lot of reforms will come there. India the equity market is still very deep. I mean, we're still talking about 30,000 crore rupees a month coming from SIPs. So funding will come from all these factors. I think more than funding, I think is the thing that we need to do is focus on the infrastructure, focus on what we can do for IT to move ahead, and that will happen. Now coming back to US, if you look at all this 1 trillion, 3 trillion investments, a lot of these trades it's happening between these Magnificent 7 companies. I'm sure you'll be aware of that. But to what extent, I mean, I believe while the PE ratios, when you compare it, are still much more reasonable for Magnificent 7, a lot of these internal transactions are happening. So I don't know, honestly, I'm not in a position to even tell you that whether you know how much of it is genuine, how much of it, how long it will last. But capital will flow, chase returns, yeah. Okay. Akshay, last question, this is for sure. I will not disturb you from here on. Given a chance, you have 2 sectors, one on the left side and one on the right side. Hydrocarbons, oil and gas, upper side alternate energy. Where will your money be? Tough question. I think right now it will be on alternate energy because that seems to be the way the world is going. So slowly you will shift from the former to the latter. That's what I think. Slightly overhyped right now. You might see some corrections and all that, but yes, long term, I think I'll still go for that. Okay. Thank you so much, Akshay, for spending your valuable time with us. Thank you, Suraj. All the best. We'll see again. Thank you, Meet again. പറ്റുമെങ്കിൽ നമുക്ക് പോസ്റ്റ് ബഡ്ജറ്റ് ഡിസ്കഷൻ ആയിട്ട് നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യണം, അക്ഷയ്. Oh yes, that will be nice. Yeah, sure. Yeah. Thank you. Thanks, Suraj. Thank you. Pradeep, coming back to our major topic. നമ്മളിപ്പോൾ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്താ നടന്നതെന്നുള്ള അറിയാം. ഇന്നത്തെ ബഡ്ജറ്റിൽ എന്താണ് ഔട്ട്കം? ബഡ്ജറ്റ് ഇസ് എ റിയാലിറ്റി. നമ്മുടെ മുന്നിൽ ഫാക്ട്സും ഫിഗേഴ്സും എല്ലാ കാര്യങ്ങളും എത്തിക്കഴിഞ്ഞു എന്നുള്ള പ്രദീപിൻ്റെ ഒരു ഷോർട്ടായിട്ട് ഞാനൊരു സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ഫ്രം ഹിയർ ഓൺ ഒരു 1 ഇയർ ഒരു ടാർഗറ്റ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു ഇൻവെസ്റ്റർ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ പ്ലാൻ ചെയ്യേണ്ടത്? എവിടെ ആയിരിക്കണം അലോക്കേഷൻ? എവിടെ ആയിരിക്കണം സെക്ടേഴ്സ്? എന്തായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഒരു റിട്ടേൺ എക്സ്പെക്റ്റേഷൻസ്? കാര്യം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് കുറച്ച് പേര് ഇത്തിരി സ്പോയിൽഡ് ആയിപ്പോയി. കാര്യം കോവിഡിന് ശേഷം വലിയ റിട്ടേൺ 2024 വരെ കിട്ടിയപ്പോൾ ഇച്ചിരി കോംപ്ലേസൻസിയും ഓവർ കോൺഫിഡൻസ് ആയി എന്നുള്ളത് അറിയാം. ബട്ട് റിയാലിറ്റി, അതായത് മീൻ റിവേർഷൻ എന്ന് പറയുന്ന ലൈഫിൻ്റെ ഒരു ഫാക്ടറാണ്. അത് എത്ര പോയാൽ തന്നെയും എത്ര ഉയർന്നു പോയാലും
all those goes up will have to come down at some point of time. ഇന്നിപ്പോൾ എക്സസസ് ഒക്കെ മാർക്കറ്റിൽ നിന്ന് ഡ്രൈവ് ഔട്ട് ചെയ്തു, മേ ബി ഒരു ലാസ്റ്റ് ഷേക്ക് ഔട്ട് ആയിരിക്കാം ഈ ചിലപ്പോൾ ബഡ്ജറ്റിൽ നടക്കുന്നതെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ എങ്ങനെയായിരിക്കണം കൊണ്ടുപോകേണ്ടത്, എവിടെയായിരിക്കണം അലോക്കേഷൻ? പ്രദീപ്, നമ്മൾ ഡിസ്കഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ on a scale of 1 to 10, I would like to have your dot plot as well. Where will you keep your dot and arrow there? So let us start from the opportunities. Okay. First thing is, at the moment, personally, in the market, ഈ ഒരു സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ഇമ്മീഡിയറ്റ്ലി ന്യൂ കമ്മിറ്റ്മെൻറ്റ്സ് നടത്താൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം നിഫ്റ്റി 50 ഇത് ഇന്നത്തെ ഒരു ഇൻസിഡൻറ്റ് അല്ല. ആക്ച്വലി നമ്മൾ January 5th, വിച്ച് വാസ് ദി ഡേറ്റ് ഓഫ് ദ ഓൾ ടൈം ഹൈ, അന്ന് മുതൽ നമുക്ക് നിഫ്റ്റി 50 വീക്ക്നെസ് കാണാൻ സാധിക്കുന്നു. അതിനുശേഷം നിഫ്റ്റിയിൽ ഇത്രയും വലിയൊരു സെൽ ഓഫ് നടന്നപ്പോൾ ഐ ഹാവ് ഓൾവേസ് മെയിൻറ്റെയിൻഡ് വൺ വ്യൂ ദാറ്റ് അൺലെസ് ആൻഡ് അൺടിൽ നിഫ്റ്റി 26,000 പോയിൻറ്റിന് മുകളിലോ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുള്ളൂ എന്ന്. സോ ഇന്നത്തെ ഇപ്പോഴത്തെ ലോവസ്റ്റ് ലെവൽ നോക്കുമ്പോഴേക്കും സെപ്റ്റംബർ 2025 കണ്ട് ലോവസ്റ്റ് ലെവൽ 24,400 പോയിൻ്റ് വരെ നമ്മൾ ഒരു കറക്ഷൻ കണ്ടു കഴിഞ്ഞു. നൗ വരുന്ന ആഴ്ചയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 24,400 സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന്. ആ ഒരു ലെവൽ നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ യു വിൽ സി എ റിക്കവറി, യു വിൽ സി ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി. Now coming into specific sector, definitely defense is going to be one major focus for me. അതിൻ്റെ മെയിൻ റീസൺ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ ഡിഫൻസിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഫൈനൽ ഡീറ്റെയിൽസ് കുറേ കൂടെ ലഭ്യമായിട്ടുണ്ട്. ആൻഡ് ഫ്രം വാട്ട് ഐ ഹാവ് റെഡ്, ഓൾമോസ്റ്റ് ഒരു 8,12,000 crore റുപ്പീസിൻ്റെ സ്പെൻഡ് ആയിരിക്കും ബഡ്ജറ്റിൽ ഡിഫൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, വിച്ച് ഇസ് എ സിഗ്നിഫിക്കൻറ്റ് increase from what we have seen. Defense outlay is good. It's very, very good. So ഡിഫൻസിൽ എന്തുകൊണ്ടാണ് എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു 10-12 ദിവസത്തിനിടെ നല്ലൊരു റിക്കവറി ഡിഫൻസിൽ കണ്ടു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടിവിന് ഐ ആം ഓൺലി ക്ലാസിഫൈങ് ഇറ്റ് ആസ് എ ഹെൽത്തി കറക്ഷൻ. സോ ഈ ഹെൽത്തി കറക്ഷൻ നടക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഗാർഡൻ റീച്ചിൻ്റെ സ്പെസിഫിക് കേസ് എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിൽ തന്നെ 8-8.5% കറക്ഷനാണ് നടന്നിരിക്കുന്നത്. Only 2 days back they announced excellent financial results. So അതുപോലെയുള്ള സ്റ്റോക്സിൽ definitely I think we should focus. Second thing, again public sector, healthy public sector companies definitely I would like to focus because government demonetization, monetization of assets എന്തെങ്കിലും ഒരു ഫൈനൽ പ്രിന്റിൽ they will make some announcements. Third thing what I think is that ഇത്രത്തോളം മാർക്കറ്റിൽ ഒരു നെഗറ്റിവിറ്റി വന്നതുകൊണ്ട് റിമെമ്പർ ഇന്ന് ബഡ്ജറ്റിൻ്റെ പ്രസൻറ്റേഷനിൽ നടന്നിട്ടുള്ളൂ, ഇത് നിയമമായി മാറിയിട്ടില്ല. അടുത്ത 2 മാസം ഉണ്ട് ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് പാസ്സായി എടുക്കാൻ. എനിക്ക് തോന്നുന്നത് ഫൈനാൻസ് മിനിസ്റ്റർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു റോൾ ബാക്ക് നടക്കും. സോ ഐ തിങ്ക് F&O ദാറ്റ് ഇൻക്രീസ് ഇൻ STTയിൽ ഒരു റോൾ ബാക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ആൻഡ് ദെൻ വാട്ട് എവർ അക്ഷയ് സെഡ് വാസ് ഫാന്റാസ്റ്റിക്. And the 2 sectors which I think we need to focus definitely is the healthcare sector, and definitely the healthcare and the defense are 2 of my favorites. Okay, Pradeep, then I would like to take you to one report. അതായത് നമ്മുടെ UBS എന്ന് പറയുന്ന ഫോറിൻ ബ്രോക്കറേജിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതായത് എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡിന് ശേഷം ഇന്ത്യ സ്റ്റോറി വാസ് ഓൾ അബൌട്ട് മാർജിൻ എക്സ്പാൻഷൻ. അതായത് പല സെക്ടറിലെയും പല സ്റ്റോക്കുകളും ലോവർ മാർജിനിൽ നിന്ന് ഹയർ മാർജിനിലേക്ക് പോകുന്ന ഒരു രീതിയായിരുന്നു എന്നുള്ളതാണ്. ബട്ട് ഒരു പ്രോബ്ലം ഉണ്ട്, ആ സമയത്ത് കോർപ്പറേറ്റ് ഏർണിങ്സ് ഏതാണ്ട് 20% മുകളിലായിരുന്നു എല്ലാ കമ്പനിയുടെയും കോർപ്പറേറ്റ് ഏർണിങ്സ് എന്നുള്ളത്. ഇപ്പോൾ സെവറൽ മൾട്ടി ബാഗേഴ്സ് നല്ല രീതിയിലൊരു വെൽത്ത് ക്രിയേഷൻ നടന്നു എന്നുള്ള. ബട്ട് ആസ് വി ലുക്ക് ഇൻ ടു, അതായത് 2024 ലാസ്റ്റ്, 2025 ഫുള്ള്, 26ൻ്റെ ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് കൂടെ നമ്മൾ നോക്കാൻ നേരത്ത് ഏതാണ്ട് ഈ കമ്പനീസിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് മാർജിനും അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാർജിൻ എക്സ്പാൻഷനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതേപോലെ തന്നെ മാർക്കറ്റ് അവിടുന്ന് ഒരു ഡി റേറ്റിംഗ് കൊടുക്കുകയും ചെയ്തു. അതായത് ഹൈ ഗ്രോത്ത് കമ്പനീസ് ലൈക്ക് ഡിക്സൺ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രെൻഡ് എന്ന് പറയുന്നതിനൊക്കെ ഒരു ഡി റേറ്റിംഗ് നടന്നു എന്നുള്ള കാര്യം ശരിയാണ്. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ പല കമ്പനിയും എക്സ്പാൻഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. ആ എക്സ്പാൻഷൻ കഴിഞ്ഞ് വളരെ ലോവർ ലെവൽ പിയിലും റിട്ടേൺ ഓൺ ഇക്വിറ്റി, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നിൽക്കുമ്പോൾ ഡി റേറ്റിങ്ങിനുള്ള ചാൻസ്, ഡി റേറ്റിങ്ങിന് പകരം റീ റേറ്റിങ്ങിനുള്ള ചാൻസ് പല സെക്ടറിലും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത്. അതായത് ഇവിടുന്ന് ഒരു മാർജിൻ എക്സ്പാൻഷൻ സ്റ്റോറി
അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, എക്സ്പാൻഷൻ സ്റ്റോറി, അതെല്ലാം വളരെ അട്രാക്റ്റീവ് വാല്യൂഷനിൽ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഏതെങ്കിലും സെക്ടേഴ്സോ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിക്കുന്നില്ല, കാര്യം കംപ്ലയൻസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല കാര്യം. ഏതെങ്കിലും ലെവലിൽ ഒരു മാർജിൻ എക്സ്പാൻഷൻ സ്റ്റോറി പ്രദീപ് കാണുന്നുണ്ടോ ഇന്ത്യൻ മാർക്കറ്റിൽ? ഇൻസിഡൻ്റലി ഈ ക്വസ്റ്റ്യൻ ഐ ക്യാൻ റിലേറ്റഡ് ടു ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഏതെങ്കിലും സെക്ടർ, ഏതെങ്കിലും ഇൻവെസ്റ്റിംഗ് അവസരം കാണുന്നുണ്ടോ എന്ന്. So the third sector ഞാൻ ഇതിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് is actually the FMCG sector. Okay. So FMCG sector generally speaking is a defensive sector. സോ നമ്മൾ FMCG സെക്ടറിൽ ചില സ്പെസിഫിക് സ്റ്റോക്സ് എടുക്കുകയാണെങ്കിൽ, ആൻഡ് ഇതിനോടൊപ്പം വൺ മോർ സെക്ടർ ഞാൻ നേരത്തെ ഒരു സെഷനിൽ സൂചിപ്പിച്ചിരുന്നു, വാസ് ദ മൾട്ടിനാഷണൽ കമ്പനീസ്. സോ അതിലോട്ട് വരുന്നതിന് മുൻപ് ഇപ്പോൾ നമ്മൾ കോൾഗേറ്റിൻ്റെ സ്പെസിഫിക് കേസ് എടുത്തു കഴിഞ്ഞാൽ, കോൾഗേറ്റ് ഓഗസ്റ്റ് 2024 $3,900 രൂപയിൽ ഹൈലി സ്ട്രെച്ച്ഡ് വാല്യുവേഷൻ ആയിരുന്നു. ബട്ട് സിൻസ് ദെൻ നല്ലൊരു കറക്ഷന് ശേഷം ഇപ്പോൾ ഒരു 2,000 രൂപയ്ക്ക് അടുത്ത് കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കിതിൻ്റെ ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല അറ്റ് ദ മൊമെൻറ്റ്, ബട്ട് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വൺ സ്റ്റോക്ക് ടു ബി കെപ്റ്റ് ഇൻ ദ റേഡാർ ഓൾ ദ ടൈം. Because long term this is a stock which has given us excellent returns. Hindustan Unilever case is another one. So again കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് കൺസോൾഡേറ്റ് ചെയ്തു വരുന്നു. ഇതിൽ ഒരു ഇപ്പോൾ ബെയറിഷ്നെസ്സോ വീക്ക്നെസ്സോ സെല്ലിംഗ് പ്രഷറോ കാണാൻ സാധിക്കുന്നില്ല. ഒരു 2,460 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത I think we are going to see a trend reversal. നെസ്ലെ നല്ല റിസൾട്ടും കൊണ്ടുവന്നു. Exactly. But നെസ്ലെ ഇതിലോട്ട് ഞാൻ കൊണ്ടുവരാത്തതിൻ്റെ മെയിൻ റീസൺ ഇസ് ദാറ്റ് നെസ്ലയുടെ കേസിൽ നമ്മൾ കാര്യമായിട്ടൊരു സെൽ ഓഫ് കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഒക്ടോബർ മാസത്തിന് ശേഷം നല്ലൊരു മുന്നേറ്റം കണ്ടു കഴിഞ്ഞു. Whereas in the case of Colgate and Hindustan Unilever, that re-rating still has not happened. അതുപോലെ തന്നെ നമ്മൾ ബോഷ് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ, ബോഷിൻ്റെ കേസിലും ദ സ്റ്റോക്ക് ഇസ് അണ്ടർഗോൺ എ വെരി വെരി ഗുഡ് കറക്ഷൻ, കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സീമെൻസിൽ കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സീമെൻസിൻ്റെ പുതിയൊരു കമ്പനി സീമെൻസ് എനർജി ഈസ് ഓൾസോ ഐ തിങ്ക് ഫാന്റാസ്റ്റിക്കലി ഫെയർലി വാല്യൂഡ്, എക്സലൻറ്റ് സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. സോ ദീസ് ആർ ദ കൈൻഡ് ഓഫ് കമ്പനീസ് ഐ തിങ്ക് നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ നമുക്ക് ഡെഫിനറ്റ്ലി കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് 2 വീക്സിൽ ABB ഹാസ് ഗിവൺ എ റിട്ടേൺ ഓഫ് 18 to 20%. 4,600 വന്നത് ഏതാണ്ട് 5,400 5,500 വരെ പോയിരുന്നു എന്നല്ല. ഒന്ന് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽ, രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പവർ സെക്ടറിലെ ഓപ്പർച്യൂണിറ്റിയും അതിനൊരു ടെയിൽ വിൻഡ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള. അല്ലാതെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ കൺസംഷൻ സ്റ്റോറി പറഞ്ഞു, ഹിന്ദുസ്ഥാൻ യൂണിലിവർ അതിനകത്ത് അല്ലെങ്കിൽ ITC എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പ് സെക്ടർ സ്റ്റോക്ക് ആണെങ്കിലും, ഈ മിഡ് ക്യാപ് സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ കൺസംഷൻ സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ QSR അല്ലെങ്കിൽ ഇറ്റേണൽ പോലത്തെ ഫുഡ് ഡെലിവറി സർവീസസ്, ഇറ്റേണലും ഒരു ഭേദപ്പെട്ട കറക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളത്. സാധാരണ ഇപ്പോൾ ഫോറിൻ ബ്രോക്കറേജസ് ഒക്കെ പറയുന്നത് വെച്ചാൽ ഇറ്റേണലിനെ നമ്മളൊരു പ്രൈസ് ഏർണിങ്സ് വാല്യുവേഷൻ അല്ലെങ്കിൽ ആ മൾട്ടിപ്പിളിൻ്റെ ആംഗിളിൽ കൂടെ കാണരുത്. ഇറ്റ് ഈസ് എ ക്വാസി എന്താ പറയുക FMCG ആൻഡ് കൺസംഷൻ സ്റ്റോറി എന്നാണ്. അതായത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് യൂണിലിവർ പ്ലസ് ITC പ്ലസ് ബ്രിട്ടാനിയ പ്ലസ് കാഡ്ബറീസ് ഓൾ ഇൻ വൺ റൂഫ് എന്നുള്ള രീതിയിലേക്കാണ് ഇറ്റേണൽ വരുന്നത് എന്നുള്ളതാണ് ഇറ്റേണലിൻ്റെ ചാർട്ട്. അല്ലെങ്കിൽ ആ ഒരു FMCG കൺസംഷൻ സൈഡ് ആ ഒരു സ്റ്റോറി എങ്ങനെയാണ് സ്പാൻ ഔട്ട് ചെയ്യുന്നത് പ്രദീപ്? സോ ബിസിനസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇറ്റേണൽ, സ്വിഗ്ഗി മുതലായ സ്റ്റോക്സിനൊക്കെ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് 5-10 years ഫ്രം ടുഡേ ഐ തിങ്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ട്. ബട്ട് ഇതൊക്കെ ഈ ടെക്നോളജി ഡ്രിവൺ ആയതുകൊണ്ടുള്ളൊരു ഇഷ്യൂ അതിൻ്റേതായുണ്ട്. ബിക്കോസ് ടുമോറോ ന്യൂവർ ടെക്നോളജി ക്യാൻ കം ആൻഡ് പെട്ടെന്ന് ഇതിൻ്റെ കംപ്ലീറ്റ് ഔട്ട്ലുക്ക് ക്യാൻ ചേഞ്ച് വെരി വെരി ഡ്രമാറ്റിക്കലി. ആൻഡ് ഈ ഒരു മേഖലയിൽ ഡെഫിനറ്റ്ലി കോമ്പറ്റീഷന് വളരെ എളുപ്പമായിട്ട് വരാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മറക്കാൻ പാടില്ല. But having said that, I think it is a great investment opportunity. Only thing is at the moment ഈ കറക്ഷൻ കഴിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ അതേ ഒരു സ്പേസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒത്തിരി പബ്ലിക് IPO സ്റ്റോക്സ് നമുക്കറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈസ്റ്റ് മൈ ട്രിപ്പ്, മോബിക്വിക്ക്, പ്രോട്ടിയൻ, ഇതുപോലെ മുതലായ ഒത്തിരി IPO സ്റ്റോക്സ് ആർ നൗ ട്രേഡിംഗ് അറ്റ് ഓൾ ടൈം ലോ ലെവൽസ്. പ്രോട്ടിയൻ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോറി, absolutely, e-governance ഒക്കെ കേട്ടോ. Absolutely. So you see a greater opportunity there? ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതും നേരത്തെ ഇന്ന് ഒരു ഡിസ്കഷനിൽ we had talked about it. Is that IPO വരുന്ന സമയത്ത് we are seeing that too many of these companies tend to get overhyped and overvalued. And then ആ ലിസ്റ്റിങ്ങിന് ശേഷം നമ്മൾ കാണുന്നത്
പ്രൈവറ്റ് ഈക്വിറ്റി പ്ലെയേഴ്സ്, ഏർലി ഇൻവെസ്റ്റേഴ്സ് അവരൊക്കെ ആ സ്റ്റോക്സിൽ നിന്ന് എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ദർസ് ഡെഫിനറ്റ്ലി വൺ ലിക്വിഡിറ്റി ഓവർ ഹാങ് ആൻഡ് ആ സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് ഒരു ഫെയർ വാല്യുവേഷനിൽ വരുന്ന സമയത്തായിരിക്കും നമ്മൾ അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമ്മളൊരു ട്രേഡിംഗ് അവസരം കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് പ്രദീപ്. താങ്ക് യു ഫോർ സ്പെൻഡിങ് വാല്യുബിൾ ടൈം വിത്ത് us ആൻഡ് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വീണ്ടും പോസ്റ്റ് ബഡ്ജറ്റ് ഷോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം, ബഡ്ജറ്റ് എന്ന് പറയുന്നത് റിയാലിറ്റിയായി ഫിസ്ക്കൽ പ്രൂഡൻസ് ആണ് കൂടുതലും ബഡ്ജറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്, അതായത് ഫിസ്ക്കൽ ഡിസിപ്ലിൻ റാദർ ദാൻ സ്റ്റിമുലസ്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് വിചാരിച്ച പോലെ സ്റ്റോക്ക് മാർക്കറ്റിന് ഇൻസെൻറ്റിവൈസ് ചെയ്യുന്ന ഒരു കാര്യവും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ചെറുതായിട്ടുള്ള രീതിയിൽ നിരാശാജനകമായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. നമുക്കിനി വേണ്ടത് ഒരു അപ്ഡേറ്റ് ആണ്. ആ അപ്ഡേറ്റ് തരാൻ വേണ്ടി ഡെസ്കിൽ നിന്നും വിഷ്ണുവിൻ്റെ അടുത്ത് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് പ്രേക്ഷകരോട് ഒരു കാര്യം കൂടെ എടുത്ത് പറയാനുണ്ട്. നമുക്കിത് കഴിഞ്ഞ് ഗോൾഡ്, സിൽവർ, പ്രഷ്യസ് മെറ്റൽസ് അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എന്തൊക്കെ വെൽത്ത് മാനേജ്മെൻറ്റ് ടൂൾസ് ആണെന്ന് അറിയാനായിട്ട് ഈ അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം അനില ജോയിൻ ചെയ്യുന്നതായിരിക്കും 2 ഗസ്റ്റായിട്ട്. അതുകൊണ്ട് ഡോണ്ട് ഗോ അവേ, സ്റ്റേ ബാക്ക്. റൈറ്റ് നൗ വിഷ്ണുവിലേക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്യാം, അപ്ഡേറ്റ് എടുക്കാം. പറയേണ്ട ഒരു കാര്യം, മാർക്കറ്റ് 2% മുകളിലേക്ക് ഇടുക എന്ന രീതിയിലായിട്ട് മാറിയിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ആകെ 15 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു നിമിഷത്തിലാണ് പെട്ടെന്ന് വീണ്ടും ഒരു ഇടിവ് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് നമ്മൾ അവസാന കുറച്ച് നിമിഷങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു സെൽ ഓഫിലോട്ട് നീങ്ങുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ബാങ്ക് നിഫ്റ്റിയിലെ ഇടിവും വർദ്ധിച്ചിട്ടുണ്ട്. 1.9% ഇടിവ് എന്ന രീതിയിലേക്കാണ് മാറിയതായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും കനത്ത നിരാശയാണ് ഒരു സെക്ടർ വൈസ് പെർഫോമൻസ് ബ്രോഡർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ ഒരു സമ്മറി കൂടി നമുക്ക് നോക്കാം. മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ ഒരു അല്ലെങ്കിൽ ബഡ്ജറ്റിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ എടുത്തു പറയേണ്ടത് കാര്യമായൊരു അല്ലെങ്കിൽ മാർക്കറ്റിന് അനുകൂലമായ പ്രഖ്യാപനങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ ഇന്നൊരു ഇടിവ് ഉണ്ടായതെന്ന് നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. അതായത് എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ STTയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇരിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് മാർക്കറ്റിനെ ഇന്ന് ഇടിവിലോട്ട് നയിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. മറ്റു കാര്യങ്ങൾ എടുത്തു പറയേണ്ടത് ഇന്ന് വെൽത്ത് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പല സ്റ്റോക്കുകളിലൊക്കെ അതേ തുടർന്നൊക്കെ തന്നെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നു. എസ്പെഷ്യലി BSEയുടെ ഓഹരിയിലൊക്കെ ഒരു വലിയ കൂപ്പുകൂത്തലാണെന്ന് കണ്ടത്. മാത്രമല്ല നുവാമയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴൊക്കെ STTയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ അവർക്ക് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊന്ന് ഇൻഷുറൻസ് സെക്ടറിലാണ്. ഇൻഷുറൻസ് സെക്ടറിൽ കാര്യമായ ഒരു അറ്റൻഷൻ ഇല്ലാത്ത രീതിയിലുള്ളൊരു ബഡ്ജറ്റ് എന്ന രീതിയിലുള്ളൊരു വിമർശനങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എക്കണോമിക് സർവേയിൽ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ അതിൽ പ്രതിപാദിച്ചിരുന്ന ഇൻഷുറൻസ് കമ്മീഷൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷനൊന്നും ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ്സും വന്നിട്ടുണ്ട്. എന്തായാലും അല്പം നമ്മളിപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ ആയിരുന്നു ഓവറോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇന്നത്തെ ഈ ഒരു ഷോയിലുടനീളം. എന്തായാലും നമുക്ക് അല്പം ഒരു പൊളിറ്റിക്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതുന്നു. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ്സ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ്സ് കൂടി ഷെയർ ചെയ്യണം. ഏതായാലും നിരാശപ്പെടുന്ന ഒരു ബഡ്ജറ്റ് എന്ന രീതിയിലുള്ള ഒരു കമൻറ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതായത് ജോബ്സിന്, യൂത്തിന് വേണ്ടിയുള്ള ജോബ്സിന് കാര്യമായൊരു ഫോക്കസ് ബഡ്ജറ്റ് നൽകിയിട്ടില്ല. മാത്രമല്ല മാനുഫാക്ചറിന് വേണ്ടിയുള്ള ഒരു ഫോക്കസ് നൽകിയിട്ടില്ല. ഹൗസ് ഹോൾഡ് സേവിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളില്ല. കൂടാതെ ഫാർമേഴ്സിന് സപ്പോർട്ടില്ല എന്ന രീതിയിലൊക്കെയുള്ളൊരു വിമർശനം എന്ന രീതിയിലൊക്കെയുള്ളൊരു ട്വീറ്റ്സാണ് ഇപ്പോൾ വന്നതായിട്ട് അതിൽ ഷെയർ ചെയ്യാനുള്ളത്. അപ്പാർട്ട് ഫ്രം ദി പൊളിറ്റിക്കൽ ഇഷ്യൂ നമുക്ക് മാർക്കറ്റിലോട്ട് ഒന്നാലും തിരിച്ചു വരാം. മാർക്കറ്റിനെ സംബന്ധിച്ച് എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു NSE സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി നോക്കാം. 3200ഓളം ഓഹരികളിൽ ട്രേഡിംഗ് തുടരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മണിക്കൂറിലൊക്കെ ഉണ്ടായിരുന്ന അതേ സ്ഥിതി തന്നെയാണ് തുടരുന്നത്. 2000ഓളം ഓഹരികൾ ഇപ്പോഴും ഇടിവ് രേഖപ്പെടുത്തിയാണ് മാർക്കറ്റിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ പ്രകടനം ഈ ഒരു മണിക്കൂറിൽ നോക്കാം. ബ്രോഡർ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നിരാശ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ്. എസ്പെഷ്യലി ഇന്ന് സ്മോൾ ക്യാപ്പ് ഓഹരിയിലൊക്കെ തന്നെ വലിയ ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്മോൾ ക്യാപ്പ് ഈ ഒരു ഗ്രാഫിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ സ്ക്രീനിൽ കാണാവുന്ന പോലെ തന്നെ സ്മോൾ ക്യാപ്പ് നമ്മൾ നോക്കുമ്പോൾ 2.28% ഒരു വലിയ ഇടിവ് രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. മാത്രമല്ല മിഡ് ക്യാപ്പിലും സമാനമായി തന്നെ 2% ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലും സെക്ടർ വൈസ് പെർഫോമൻസുകൾ നോക്കാം. സെക്ടേഴ്സിലോട്ട് വരുമ്പോൾ എന്നാൽ IT-ക്ക് ഒരു നേട്ടം രേഖപ്പെടുത്താൻ ഇന്ന് മാർക്കറ്റിൽ ഉടനീളം സാധിച്ചിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം മറ്റ് സൂചികളൊക്കെ തന്നെ ഇടിവ് രേഖപ്പെടുത്തുമ്പോഴും IT ഓഹരികളിലൊക്കെ നമുക്കൊരു മുന്നേറ്റം കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു നിമിഷം ഈ ഒരു ക്ലോസിങ്ങിനോട് എടുക്കുമ്പോൾ ആ ഒരു ഫസ്റ്റ് സെഷനിൽ ഉണ്ടായിരുന്ന മുന്നേറ്റം IT-ക്ക് ഇപ്പോൾ രേഖപ്പെടുത്താൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും മെറ്റലിലോട്ട് വരുമ്പോൾ മെറ്റലിൻ്റെ ഇടിവാണ് എടുത്തു പറയേണ്ടത്. കനത്ത ഇടിവെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇന്നത്തെ ഒരു ഏറ്റവും വീക്കായിട്ട് പെർഫോം ചെയ്ത ഒരു സെക്ടറുകളായി മാറിയിരിക്കുന്ന ഒന്ന് മെറ്റലും കൂടാതെ PSU ബാങ്കാണ്. PSU ബാങ്കിൽ ഒരു ഇടിവെന്ന് പറയുന്നത് 5.5% എന്നൊരു വലിയ ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മെറ്റലിലോട്ട് വരുമ്പോൾ 4% മുകളിൽ ഇടിവുണ്ട്. ഈ ഒരു PSU ബാങ്കിങ് സൂചികയിലോട്ട് വരുമ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ കനത്ത ഒരു നിരാശ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8.7% ഇടിവാണ്. ഇന്ത്യൻ ബാങ്കിൽ 8% ഇടിവുണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 7% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂണിയൻ ബാങ്കിൽ 7% ഇടിവ്. ബാങ്ക് ഓഫ് ബറോഡ, SBI, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്,
പഞ്ചാബ് സിന്ധ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് അങ്ങനെ തുടങ്ങിയ എല്ലാ PSU ബാങ്കിങ് ഓഹരികളും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് എന്തായാലും ഇന്നത്തെ ഒരു ട്രേഡിംഗ് ഇപ്പോൾ ക്ലോസിങ്ങിനോട് അടുക്കുന്നത്. യൂക്കോ ബാങ്കും സെൻട്രൽ ബാങ്കും കൂടി ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ കംപ്ലീറ്റ്ലി ഈ ഒരു ഇൻഡെക്സിൽ വരുന്ന എല്ലാ PSU ബാങ്കിലും ഇടിവ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മെറ്റൽ കൂടി നോക്കാം. മെറ്റലിനെ സംബന്ധിച്ച് ഒരു 15 ഓഹരികളുള്ള ഇൻഡെക്സിലോട്ട് വരുമ്പോൾ ഹിന്ദ് കോപ്പറിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇടിവ്. നമ്മൾ കഴിഞ്ഞ ഒരു വീക്കിലൊക്കെ കണ്ടതാണ്, നമുക്ക് ഈ ഹിന്ദ് കോപ്പറിൽ നിന്നൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു മെറ്റൽ സൂചികയിൽ വലിയ നേട്ടങ്ങളുണ്ടായിരുന്നു. അതിൽ ഹിന്ദ് കോപ്പർ ഒരു അപ്പർ സർക്യൂട്ടൊക്കെ എടുത്ത് നിക്ഷേപകർക്ക് ഒരു ഹാപ്പിയായ രീതിയിലുള്ള ഒരു റിട്ടേൺ ഒക്കെ നൽകിയിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇന്ന് മെറ്റൽ സൂചികയിൽ ആ ഇടിവ് വന്നിരിക്കുന്നത്. ഏതായാലും 12% കനത്ത ഇടിവ് ഈ ഒരു സൂചികയിൽ ഈ ഒരു ഓഹരി രേഖപ്പെടുത്തുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ സിങ്ക് 9.28% ഇടിവ്, നാഷണൽ അലൂമിനിയം 8.15% ഇടിവും രേഖപ്പെടുന്നു. ഇനി നമുക്ക് ചില സ്റ്റോക്കുകളുടെ പെർഫോമൻസുകൾ കൂടി നോക്കാം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന സ്റ്റോക്കുകൾ ബഡ്ജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ള സെക്ടറുകളിൽ നിന്ന് വരുന്ന പല സ്റ്റോക്കുകളാണ്. അതിൽ നമുക്ക് ആദ്യം പറയേണ്ടത് ആദിത്യ ബിർള ഫാഷൻസിലോട്ട് വരുമ്പോൾ 2% ഇടിവ് എന്ന രീതിയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. കൂടാതെ അരവിന്ദ് ഫാഷൻ 1.7% ഇടിവ്. ഡോംസിൽ നേരിയൊരു നേട്ടം രേഖപ്പെടുന്നുണ്ട്. നമുക്ക് ഹോസ്പിറ്റാലിറ്റി സെക്ടർ അതായത് ഇന്ത്യൻ ഹോട്ടൽസിലോട്ട് വരുമ്പോൾ എന്നാൽ ഇടിവാണ് കാണുന്നത്, 2.01% ഇടിവ്. തോമസ് കുക്ക് നേരിയൊരു നേട്ടം രേഖപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ബാങ്കിങ് സെക്ടറിലോട്ട് വരുമ്പോൾ പ്രമുഖ ബാങ്കിങ് ഓഹരികളിലോട്ട് വരുമ്പോൾ HDFC ബാങ്കിൽ 0.63% നേട്ടം, ICICI ബാങ്കിൽ 1.73% എന്നിങ്ങനെ രേഖപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. IT-യിലോട്ട് വരുമ്പോൾ TCS ഇപ്പോഴും ഒരു മികച്ച നേട്ടം രേഖപ്പെടുന്നു, 1.7% നേട്ടം എന്നിങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. വിപ്രോയിൽ 1.98% നേട്ടമുണ്ട്. പെർസിസ്റ്റന്റ് 0.5% നേട്ടം രേഖപ്പെടുത്തിയുമാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി ആനന്ദരാജ് റിയൽറ്റി സൂചികയിൽ നിന്ന് എടുത്തു പറയേണ്ടത് ആനന്ദരാജിൻ്റെ ഇന്നത്തെ ഒരു പ്രകടനമാണ്. അതായത് മാർക്കറ്റിനെ സംബന്ധിച്ച് തുടക്ക മണിക്കൂർ തൊട്ടേ ആനന്ദരാജിന് മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ക്ലോസിങ്ങിനോട് അടുക്കുമ്പോഴും ആനന്ദരാജിന് 4% ഒരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി റെഡിങ്ങിലോട്ട് വരുമ്പോൾ 1.92% ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത വെൽത്ത് മാനേജ്മെൻറ്റ് ഓഹരികളിലൊക്കെ തന്നെയാണ് വലിയ ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലെടുത്ത് പറയേണ്ടത് ഇന്ന് നുവാമയുടെ ഇടിവാണ്, 7.4% ഇടിവ് രേഖപ്പെടുന്നു. ഇനി ഡിഫൻസ് നോക്കാം. ഡിഫൻസിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഒരു പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന രീതിയിലുള്ളൊരു വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി കാര്യമായ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങളൊന്നും ഡിഫൻസ് ഓഹരികളിൽ ഉണ്ടായിട്ടില്ല, ഡിഫൻസ് മേഖലയ്ക്ക് ഉണ്ടായിട്ടില്ല. ആ ഒരു രീതിയിലോട്ട് നോക്കുമ്പോൾ ഡിഫൻസ് ഓഹരികളിൽ നമുക്ക് ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് HALനെ സംബന്ധിച്ച് ഇന്ന് 5% ഇടിവ് രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഫാർമ മേഖലയിലോട്ട് വരുമ്പോൾ ഇന്ന് നേട്ടം രേഖപ്പെടുന്ന ഒരു ഓഹരി സൺഫാർമയാണ്, 0.86% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സൺഫാർമ ഓഹരികളിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. മറ്റൊന്ന് ഡിഫൻസ് സെക്ടറിൽ തന്നെ മസ്ഡോക്കാണ്. മസ്ഡോക്കിലോട്ട് വരുമ്പോൾ 7% ഇടിവ് രേഖപ്പെടുന്നു. GRSE 8% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഓട്ടോയിൽ അശോക് ലൈലാൻഡ് 4% ഇടിവ് രേഖപ്പെടുന്നുണ്ട്. ഫോഴ്സ് മോട്ടോഴ്സിൽ 2% ഇടിവാണ് നമുക്ക് കാണുന്നത്. റെയിൽവേയിലോട്ട് വരുമ്പോൾ RVNL 4.72% ഇടിവ് എന്ന രീതിയിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ മാർക്കറ്റിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രങ്ങളായ ഇൻഡെക്സുകളായ നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്കിങ് ഓഹരികളുടെ പ്രകടനം കൂടി നോക്കാം. നിഫ്റ്റി 50യെ സംബന്ധിച്ച് ഇന്നിപ്പോൾ നേട്ടം കാണുന്ന ഓഹരികളുടെ എണ്ണം എന്ന് പറയുന്നത് 7ആണ്. ബാക്കി 43 ഓഹരികൾ നിഫ്റ്റി 50യിൽ ഇടിവാണ് രേഖപ്പെടുന്നത്. അതിൽ തന്നെ മാക്സ് ഹെൽത്ത് 2% നേട്ടം, വിപ്രോയിൽ 1.97% നേട്ടം, TCS 1.86% നേട്ടം എന്നിങ്ങനെയാണ് ട്രേഡിംഗ് തുടർന്നത്. സൺഫാർമയും സിപ്ലയും ഇൻഫോസിസും കോട്ടക് ബാങ്കും ഒക്കെ തന്നെ നേട്ടം രേഖപ്പെടുന്നുണ്ട് ഈ ഒരു മണിക്കൂറിൽ. ഇനി ഇടിവിലോട്ട് വരുമ്പോൾ ഇന്ന് ഏറ്റവും ഇടിവ് രേഖപ്പെടുന്നത് BELൻ്റെ ഓഹരിയാണ്, 5.69% ഇടിവ് കാണുന്നുണ്ട്. ONGC, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഹിൻഡൽകോ, അദാനി പോർട്ട്, ജിയോഫിൻ, കോൾ ഇന്ത്യ തുടങ്ങിയ ഓഹരികളും ഇടിവ് രേഖപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ FMCGയിൽ നിന്നുള്ള നെസ്ലെ ഇന്ത്യയിലും ഇടിവ് രേഖപ്പെടുന്നുണ്ട്. ഇനി ഇന്നത്തെ ഒരു ആക്റ്റീവ് വോളിയം നോക്കാം. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വോളിയം നടക്കുന്ന അല്ലെങ്കിൽ വോളിയത്തിൽ ട്രേഡിംഗ് നടന്ന നിഫ്റ്റി 50 ഓഹരികൾ എന്ന് പറയുന്നത് BELും ITC, ടാറ്റ സ്റ്റീൽ, വിപ്രോ, എറ്റേണൽ തുടങ്ങിയ ഓഹരിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ വിപ്രോ ഒഴിച്ച് ബാക്കി എല്ലാ ഓഹരികളിലും നടന്നിരിക്കുന്ന വോളിയം വലിയ രീതിയിലുള്ള സെല്ലിംഗ് ആണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ പ്രകടനം നോക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു ട്രേഡിംഗ് നമുക്ക് ഈ ഒരു ക്ലോസിങ്ങിന് ഇനി വെറും 7 മിനിറ്റുകൾ ബാക്കി നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് 14 ഓഹരികളും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ മാർക്കറ്റിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത് ഓവറോൾ മാർക്കറ്റിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ നേട്ടം രേഖപ്പെടുത്തുമെന്ന് വിചാരിച്ചിരുന്ന പല സെക്ടറുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അതിലെ ഓഹരികളൊക്കെ ഉൾപ്പെടെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് നിക്ഷേപകരുടെ ഒരു നിരാശ ഇന്ന് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് മാർക്കറ്റിൽ നമ്മൾ കണ്ടത്. ഓവർ ടു യു അനില.
വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ മാർക്കറ്റിൽ പൊതുവെ ഒരു സെല്ലിംഗ് പ്രശ്നമാണ് കാണുന്നത്. ഏതായാലും ഇന്നത്തെ ഈ മാർക്കറ്റിനോട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനോടൊപ്പം തന്നെ ഡീൽ ചെയ്യേണ്ട മറ്റൊരു സബ്ജക്റ്റ് കമ്മോഡിറ്റി മാർക്കറ്റാണ്. കമ്മോഡിറ്റി മാർക്കറ്റിനെ കുറിച്ചും ഒപ്പം തന്നെ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് അപ്ഡേഷൻസിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ആ ഒരു വിഷയമായിട്ട് നമ്മൾ സംസാരിക്കാൻ എത്തുന്നത് ക്യൂൻ ഓഫ് ഗോൾഡ് എന്ന് പല മാധ്യമങ്ങളും വിശേഷിപ്പിച്ചിരുന്ന സബീന മാം നമ്മളോടൊപ്പം ഇന്നിപ്പോൾ ലൈവായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യുന്നത് ഹാർനസ് ഫിൻ എഞ്ചിനീയറിംഗിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള ഹരീഷാണ്. അദ്ദേഹം ഒരു സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറാണ്. സർ, വെൽക്കം ടു ദി ഷോ. ഏതായാലും അദ്ദേഹത്തിലേക്ക് നമുക്ക് വരാം. സബീന മാമിലേക്ക് തന്നെയാണ് വരുന്നത്. മാം ഇന്നിപ്പോൾ ബജറ്റ് അവതരിപ്പിച്ചു. കാരണം കുറേ നാളുകളായിട്ട് ബജറ്റ് വരുന്നു അവസാനം ബജറ്റ് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ഒരു ബജറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഗോൾഡ്, സിൽവർ, കമ്മോഡിറ്റി മാർക്കറ്റിനൊന്നും അങ്ങനെ ടച്ച് ചെയ്തിട്ടേ ഇല്ല, പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഗോൾഡിനും സിൽവറിനും ഡയറക്റ്റ്ലി സംബന്ധിച്ചിട്ടുള്ള അത്തരം ഒരു അപ്ഡേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും CAD, അതായത് ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ട്, അതായത് വളരെ അഭിമാനപൂർവ്വം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഒരു റിക്വയർഡ് ലെവലിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അടുത്ത ഒരു വർഷത്തെ എസ്റ്റിമേറ്റ് ആയിട്ട് CAD പറഞ്ഞിരിക്കുന്നത് 4.3%. നമുക്കറിയാം CADയുടെ വലിയൊരു പാർട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗോൾഡിൻ്റെ ഇമ്പോർട്ടാണ്. ഗോൾഡിൻ്റെ ഇമ്പോർട്ടിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഗോൾഡും ക്രൂഡുമാണ് ഈ ഒരു CADയുടെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ. കാരണം ഏറ്റവും കൂടുതൽ നമുക്കൊരു ഭാരം ഇക്കോണമിക്ക് കൊടുക്കുന്നത് ഇമ്പോർട്ടാണ്. സോ ഈ ഒരു സ്വർണ്ണത്തെ സംബന്ധിച്ചിട്ടും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പരിശോധിക്കുമ്പോൾ വലിയൊരു റാലി ആയിരുന്നു കാണാൻ സാധിച്ചത്. റാലി വരിക എന്ന് വെച്ചാൽ വലിയ തോതിലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് പ്രൈസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സ്വർണ്ണത്തിൻ്റെ വില ഉയരുക എന്നതിനർത്ഥം ഇൻഡയറക്ട്ലി ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു CADയിലേക്ക് അധികഭാരം വരുന്നു, കൂടുതലായിട്ട് ഡോളർ പുറത്തേക്ക് ഒഴുകുന്നു. ഇത് ഇന്ത്യൻ ഇക്കോണമിയെ അതൊരു സമ്മർദ്ദത്തിലാക്കില്ലേ? അത് ഒരു ഭയങ്കര ലോജിക്കായിട്ടുള്ളൊരു ചോദ്യമാണ് മാമിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ സ്വർണ്ണവില ഉയരുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. അതായത് ഈ വില ഇങ്ങനെ ഉയരുമ്പോൾ അത് ഡൊമസ്റ്റിക് മാർക്കറ്റിനെ ബാധിക്കില്ലേ? അപ്പം ആ വില കുറയുമ്പോൾ ആളുകൾ വാങ്ങിക്കുന്നത് കുറയില്ലേ എന്നുള്ളതാണ്. അപ്പം ആ കുറയുന്നത് വഴി നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് കുറക്കാൻ പറ്റും. അപ്പോൾ അതുവഴി നമ്മൾക്ക് CAD കുറയ്ക്കാമെന്നാണ് ഒരു പരിധിവരെ എല്ലാവരുടെയും വിശ്വാസം. അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഗോൾഡ് മാർക്കറ്റ്, ഇന്ത്യൻ ഗോൾഡ് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചറൽ നേച്ചർ അത് വ്യത്യാസമാണ്. അതായത് നമ്മളെപ്പോഴും കാണുന്നത്, അതായത് ഗോൾഡ് ഒരു ലക്ഷറി കമ്മോഡിറ്റി ആയിട്ട് മാത്രമല്ല നമ്മൾ കാണേണ്ടത് ഇന്ത്യയിൽ. അതായത് എല്ലാവരും വിചാരം അതൊരു ഭയങ്കര ഒരു ലക്ഷറിയാണ്. പക്ഷെ അങ്ങനെയല്ല അതിൽ വരുന്ന ഒരു കാര്യം. അതായത് അതിലുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു സാംസ്കാരികം, പിന്നെ ഒരു വിവാഹ ആവശ്യകത, അതായത് ഒരു ഇക്കണോമിക് വേരിയബിളിനെക്കാട്ടിലും കൂടുതൽ ഒരു സോഷ്യൽ വേരിയബിളും അതിലുണ്ട്, ഗോൾഡിനെ സംബന്ധിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു വില ഉയരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പർച്ചേസിങ് ഡിമാൻഡ് കുറയും. പക്ഷേ അത് ഷോർട്ട് ടേം മാത്രമായിരിക്കും ആ ഒരു ഡിമാൻഡിൻ്റെ കുറയൽ. ഒരു ഷോർട്ട് ടേമിൽ നമ്മൾ ഡിമാൻഡ് കുറച്ച് കുറയും. ഡിമാൻഡ് ചെയ്യും. ലോങ് ടേം ബിഹേവിയർ, അത് ഇന്ത്യയിൽ ലോങ് ടേം ബിഹേവിയർ ഭയങ്കര രസമായിട്ടാണ് ആളുകൾ എടുത്തിരിക്കുക. എന്ന് വെച്ചാൽ ഇത് ആളുകൾ ഡിലേ ചെയ്യുകയാണ്. അതായത് ഗോൾഡ് വാങ്ങിക്കുന്നത് അവിടെ ഡിലേ ചെയ്യുകയാണ്. അവിടെ ഒരിക്കലും അതായത് ഒരു ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്, ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നില്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കൂടുതലായിട്ട് ഈ റൂറൽ ഏരിയകളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണത്തിൻ്റെ ആവശ്യകത ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ വിവാഹം ആവശ്യങ്ങൾക്കൊക്കെ വരുമ്പോൾ സ്വർണം ആളുകൾ വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറക്കും ഈ വില ഉയരുന്ന സാഹചര്യത്തിൽ. അല്ലെങ്കിൽ പിന്നെ അവർ പറയുക എന്ന് വെച്ചാൽ വില ഒന്ന് കുറയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് വാങ്ങിക്കാം എന്നുള്ളതിന്. അപ്പോഴും അവിടെ അവർ സ്വർണം എന്ന് പറയണത് വാങ്ങിക്കില്ല എന്ന് പറയുന്നില്ല. അത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. അതായത് സ്വർണം എന്തായാലും നമ്മൾക്ക് ഒരു അത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മളുടെ ഒരു അസറ്റായിട്ടാണ് അത് നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പം അതിൽ ഇപ്പം ഇമ്പോർട്ട് കുറവാണ്. അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഡിമാൻഡ് കുറയുമ്പോൾ അതിൽ താൽക്കാലികമായിട്ടൊരു ഇമ്പോർട്ട് കുറയും. ടെമ്പററിലി നമുക്ക് CADനും കുറക്കാം. പക്ഷേ അത് ഭാഗികമായിട്ട് അത് ശരിയല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു CADൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് വളരെ കുറവാണ് വരണത്. 8 മുതൽ 9% വരെ മാത്രമേ ഗോൾഡിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. ഏറ്റവും കൂടുതൽ വരുന്നത് ഇതാണ് ഓയിൽ സെക്ടർ, ക്രൂഡ് ഓയിലാണ്. അതായത് 30-35% ഇമ്പോർട്ട് ചെയ്യുന്നത് ക്രൂഡ് ഓയിലാണ്. പിന്നെ വരുന്നത് ഇലക്ട്രോണിക്സ് ആണ്. 15 മുതൽ 18% വരെ
ഇലക്ട്രോണിക്സാണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഗോൾഡിൻ്റെ ഇമ്പോർട്ട് കുറച്ചുകൊണ്ട് മാത്രം CAD നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ എന്തായാലും നമ്മൾക്ക് പറ്റില്ല. ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അത്രയും നമ്മൾ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതാണ് നമ്മളിവിടെ ആവശ്യം. നമ്മൾക്കുള്ള ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് കൂട്ടണം. നമ്മൾ അതായത് നമ്മളുടെ സാധനങ്ങൾ നമ്മൾ കയറ്റി അയക്കുന്നത് കൂടുതലാക്കണം. എങ്കിൽ മാത്രമാണ് CAD നമ്മൾക്ക് ഒരു പരിധി വരെ നമ്മൾക്കത് കുറക്കാൻ പറ്റുള്ളൂ, പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളത് കൂട്ടുമ്പോൾ മാനുഫാക്ചറിങ് നമ്മൾ കൂടുതലാക്കണം. പിന്നെ ഈ ക്രൂഡ് ഓയിലിൻ്റെ ഇമ്പോർട്ട്, അതായത് ഡിപ്പെൻഡൻസ് നമ്മൾ കുറക്കണം. അതായത് അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമാണ് നമ്മൾക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പെർമനൻ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഈ ഗോൾഡ് ഇപ്പോൾ വില കൂടി, അപ്പോൾ അതിൽ കുറേ നിയന്ത്രണങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. അതായത് ആവശ്യകത നമ്മളത് സപ്രസ് ചെയ്യുകയാണെങ്കിൽ അത് വേറെ വഴികളിലേക്ക്, അതായത് ഇല്ലീഗൽ സ്മഗ്ലിംഗ് പോലുള്ള ഇതിലേക്ക് അത് വഴി തുറക്കും. അപ്പോൾ അതിലും നല്ലത് ചാനലൈസ്, ഗവൺമെൻറ് കുറച്ചും കൂടി ചാനലൈസ് ചെയ്യണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതായത് ഒരു ഗോൾഡിൻ്റെ ഡിമാൻഡ് അല്ലെ വില എത്ര ഉയർന്നാലും ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിട്ട് അതൊരു പ്രഷ്യസിനേക്കാൾ ഉപരി ഒരു നെസസറി കമ്മോഡിറ്റി ആയിട്ട് തന്നെ എപ്പോഴും കൂടെ നിൽക്കും എന്ന് പറയേണ്ടിയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ നികുതി, അതായത് ഇപ്പോൾ ഈ ടാക്സ് നമ്മളിപ്പോൾ ഈ CAD കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി, അതായത് നമ്മൾ ഈ ഇമ്പോർട്ട് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ എന്താ പറയുക, ടാക്സ് നമ്മൾ കൂട്ടുകയാണെങ്കിൽ അത് സ്മഗ്ലിങ്ങിന് നമ്മൾ ഒരുപാട് സ്മഗ്ലിങ്ങിന് അത് നമ്മൾ വഴിവെക്കും. എന്നുവെച്ചാൽ 2013 അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. 2013 നമ്മൾക്ക് 4% മാത്രമാണ് 2012 നമ്മൾക്ക് ഇവിടെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. വെറും 4% അപ്പോൾ ഈ CAD, അതായത് ഇമ്പോർട്ട് കുറക്കുക, CADനെ ഇനി കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഗവൺമെൻറ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ 2013 ഈ 4% എന്നുള്ള ഇത് അവർ ഘട്ടം ഘട്ടമായി 10% ഉയർത്തി. പക്ഷേ അത് നേരെ ഓപ്പോസിറ്റ് റിയാക്ഷനാണ് മാർക്കറ്റിൽ പ്രതിഫലിച്ചത്. ആ ഒരു 2013 എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 200-300 ടണ്ണ് ഈ ഇല്ലീഗലായിട്ടുള്ള സ്മഗ്ലിംഗ് ആണ് ഇന്ത്യയിൽ ഗോൾഡിലോട്ട് വന്ന് പോയിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കതൊരു ഇൻഫോർമൽ ഇക്കോണമിയാണ് നമ്മൾക്കത് കൂടുതലായിട്ടും സൃഷ്ടിക്കപ്പെടുന്നത് നമ്മൾക്ക്. മാം, ഏതായാലും നമുക്ക് നമ്മുടെ മറ്റൊരു ഗസ്റ്റ് കൂടി ജോയിൻ ചെയ്യുകയാണ്. ഹാർനസ് ഫിന്നിൻ്റെ ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ ഹരീഷ് സിവിയാണ്. സർ, കേൾക്കാമോ? സർ, അപ്പോൾ ഏതായാലും ഇപ്പോൾ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. പൊതുവെ ആസ് എ ഫിനാൻഷ്യൽ പ്ലാനർ ഈ ഒരു ബജറ്റിനെ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്? ബജറ്റ് നമ്മളായിട്ട് മീഡിയ ലെവലിലാണ് ഇവൻ്റായിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കഴിഞ്ഞ 15 വർഷമായിട്ടുള്ള ബജറ്റിൻ്റെ പ്രസൻറ്റേഷൻ, അതിൻ്റെ അവതരണം, അതിൻ്റെ നടപ്പിലാക്കൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അതിൽ ഒരു വലിയ കാതലായ ചേഞ്ച് ഒന്നും നമുക്ക്. കാരണം ബജറ്റിൽ സാധാരണ ഉണ്ടാകുന്ന ടാക്സേഷനിലുള്ള ഫാക്ടറുകളായിരുന്നു ഒരു കാലത്ത് മേജറായിട്ട്. GSTയുടെ ചേഞ്ച് അത് നമ്മൾ അവസരത്തിനനുസരിച്ചിട്ട് അമേരിക്കയുടെ ഡ്യൂട്ടി വന്നത് ചേഞ്ച് വരുത്തി കൺസംഷൻ ബൂസ്റ്റ് ചെയ്യാം. GSTയിലെ ചേഞ്ച് ഉണ്ട്. അതൊരു ബജറ്റിന്റെ പാർട്ടായിട്ട് വന്നത്. സോ ബജറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ എങ്ങനെ തരണം ചെയ്യണം, ഇപ്പം ഫിസിക്കൽ പ്രൂഡൻസിന്റെ ഭാഗമായിട്ട്. സോ ദാറ്റ്സ് വൈ ബേസിക്കലി ഒരു റെയിൽവേ ബജറ്റ് ഇതിന്റെ പാർട്ട് എന്നുള്ളത് ഇപ്പം മാറ്റി അതെല്ലാം സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് ബജറ്റ് എന്നത് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു എങ്ങനെ ബജറ്റിന്റെ കമ്പോണൻസ് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിന്റെ ആഡ് ചെയ്യാനുണ്ട്. വളരെ ശരിയാണ്. കാരണം ഓയിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഫോറിൻ കമ്മോഡിറ്റി എന്നുള്ള പേര്. കാരണം ഗോൾഡ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നു, നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നു. ജീവിതത്തിലുള്ള 1.3% ചെയ്യപ്പെടുന്ന ഇതില് കഴിഞ്ഞ ഒരു വർഷം നോക്കുകയാണെങ്കിൽ അഭൂതപൂർവമായ ചേഞ്ച് ഇതിന്റെ പ്രൈസിലുണ്ട്. ഇത് 2022 ശേഷം റഷ്യ ഉക്രൈൻ ചെയ്തതിനു ശേഷം ഉണ്ടായ ഒരു സ്ട്രക്ചറൽ ചേഞ്ചസ്. നമ്മൾ ഗോൾഡിനെ കൂടുതലും ഒരു കൺസ്യൂമർ കമ്മോഡിറ്റി ആയിട്ടാണ് കാണുന്നത്.
സെറ്റിംഗ് പ്രെറ്റ് അത്യാവശ്യം ഭാരതീയരെ സംബന്ധിച്ച് തന്നെ കേരളവും തമിഴ്നാടും ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. ഇമോഷണൽ വാല്യൂവിന്റെ പാട്ടും കൂടെ നമ്മുടെ വിവാഹ ചടങ്ങുകളിൽ അഭിവാജ്യങ്ങളാണ് ഒരു അസറ്റിന്റെ ട്രാൻസ്ഫറിന്റെ പാട്ടാണ്. അപ്പോ സെൻട്രൽ ബാങ്ക് ബയേഴ്സ് ആയിട്ട് വന്നതാണ്. ഇതിന്റെ പ്രൈസിൽ മേജറായിട്ട് ഡിമാൻഡ് സപ്ലൈയുടെ മിസ്മാച്ച് ഉണ്ടാവുകയും പ്രത്യേകിച്ചും ഇന്ത്യ, ചൈന, ടർക്കി, റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ സെൻട്രൽ ബാങ്കിന്റെ റിസർവിന്റെ ഭാഗമായിട്ട് ഗോൾഡിന്റെ നിക്ഷേപം, അമേരിക്കൻ ട്രഷറിയിൽ ഇന്ത്യ 21% നിക്ഷേപം നടത്തുന്നത് കുറയ്ക്കും, ഗോൾഡ് നിക്ഷേപം കൂട്ടുകയും ചെയ്യും. ഇത് കാരണം ഇത് വാങ്ങിക്കുന്ന ടൺസ് കണക്കിന്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള മേജർ ചേഞ്ച്. ഇപ്പൊ ഇന്ത്യയിലെ 850 ടൺസ് ഗോൾഡ് റിസർവ് തന്നെ. പക്ഷെ ഇത് കൺസംഷനിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കൺസംഷൻ കഴിഞ്ഞ വർഷം താങ്കളിലേക്ക് തിരിച്ചു വരാം. സബീന മാം, ഇപ്പം മാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇന്ത്യയിൽ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിട്ട് ഒരു പെക്യുലർ ക്യാരക്ടർ ഉള്ളവരാണ്, എപ്പോഴും ഗോൾഡിനെ വളരെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കൺസ്യൂമേഴ്സ് ആണ് ഉള്ളത്. സോ ഇത്ര വില കൂടുമ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ മാരേജ് പോലെയുള്ള ആവശ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഗോൾഡ് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. സോ ഇനിയൊരു നിക്ഷേപാവസരം ഈ ഒരു ഹൈ ലെവൽസിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും. അതായത് ഇനി നമ്മൾ നിക്ഷേപം ചെയ്യുമ്പോൾ ആ രീതി, ആ ഒരു സ്ട്രാറ്റജി മാറ്റണം. അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഫിസിക്കൽ ഗോൾഡാണ് നമ്മൾ പർച്ചേസ് ചെയ്യണത്. അതായത് ഒരുപാട് പൈസ നമ്മൾ പൈസ ജ്വല്ലറിയിൽ കൊണ്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മൾക്ക് സ്വർണ്ണം നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു യൂത്ത് ജനറേഷൻസ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും വില കയറിയാലും ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഡിജിറ്റൽ ഗോൾഡ്, ETF-കളിലൊക്കെ നമ്മൾക്ക് SIP മോഡലിൽ നമ്മൾക്ക് ചെറിയ ചെറിയ എമൗണ്ടുകൾ നമ്മൾക്ക് നിക്ഷേപിക്കാം. അങ്ങനെ നിക്ഷേപിക്കുന്നത് വഴി നമ്മൾക്കത് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ വോളറ്റാലിറ്റി മാർക്കറ്റാണ്. ഹൈ വോളറ്റാലിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മൾക്ക് അത് ഓരോ പ്രാവശ്യവും ഓരോ മാസവും നമ്മൾ നമ്മളെ കയ്യിലുള്ള നമ്മളെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത തുകയെങ്കിലും നമ്മളൊരു SIPക്ക് വേണ്ടി മാറ്റി വെക്കണം എന്ന് ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഓരോ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളും തീർച്ചയായിട്ടും നമ്മൾക്ക് ടണ്ണ് കണക്കിന് സ്വർണ്ണം വാങ്ങിക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ സേഫ് ഹാവൻ പ്രൊഡക്റ്റ് എന്ന നിലയിൽ എപ്പോഴും നമ്മളുടെ കയ്യിൽ ഈ ഒരു ചെറിയ സംഖ്യയിലായിട്ട് നമ്മൾ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ ഇപ്പോൾ ഒരു മാസം ഇത്ര തുകയ്ക്ക് ഇപ്പോൾ ഗോൾഡ് കയറുമ്പോൾ നമ്മൾ വാങ്ങിച്ചു, പിറ്റത്തെ മാസം നമ്മൾക്ക് ഗോൾഡ് കുറയുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് സ്വർണ്ണം കിട്ടി. അപ്പോൾ നമ്മൾക്കതൊരു ആവറേജ് സിസ്റ്റം ആക്കിയിട്ട് നമ്മൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ഫിസിക്കൽ ഗോൾഡിന്റെ കേസിനോടൊപ്പം ഡിജിറ്റൽ പറഞ്ഞു. പക്ഷേ ഈ ഡിജിറ്റൽ പറയുമ്പോഴത്തേനും സാധാരണക്കാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ ഒരു ഡിജിറ്റൽ ഗോൾഡിലൊരു കൗണ്ടർ പാർട്ടി റിസ്ക് ഇല്ലേ? കാരണം നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് ഗോൾഡ് എന്ന് പറയുന്നത് ഇങ്ങനെ കയ്യിലിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സേഫ് ഹെവനാണ്, ഓക്കെ ഇത് നമുക്ക് സേഫായിട്ട് സൂക്ഷിക്കാം, നാളെ ഒരു ആവശ്യത്തിന് സൂക്ഷിക്കാം. പക്ഷേ ഫിസിക്കൽ ഗോൾഡിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു കൗണ്ടർ പാർട്ടി റിസ്കിൻ്റെ ഒരു ആശങ്ക നിലനിൽക്കും. അപ്പോൾ അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? അതെങ്ങനെ ഒരു കൃത്യമായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്യണം? അത് നല്ലൊരു ചോദ്യമാണ് ഇപ്പോഴത്തെ ഒരു ഇതിൽ. കാരണം എന്ന് വെച്ചാൽ ഫിസിക്കൽ ഗോൾഡിൽ എപ്പോഴും നമ്മൾക്ക് കൗണ്ടർ പാർട്ടി റിസ്ക് 0 ആയിരിക്കും. അതായത് അതിൻ്റെ ഓണർഷിപ്പ് നമ്മളുടെ കൈവശമാണ്. അപ്പോൾ നമ്മൾ ജ്വല്ലറിയിൽ പോയിട്ട് ഇപ്പോൾ ഒരു 10 ഗ്രാം സ്വർണ്ണം നമ്മൾ വാങ്ങിക്കുന്നു, അവിടെ നിന്ന് നമ്മൾ ബില്ല് ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്നു, നമ്മളുടെ ലോക്കറിൽ നമ്മൾ സൂക്ഷിക്കുന്നു. അതിൻ്റെ ഓണർഷിപ്പ് ഫുള്ള് നമ്മളുടെ കയ്യിലാണ്, അത് നമ്മളുടെ കസ്റ്റഡിയിലാണ്. അവിടെ വേറൊരാളും അതിന് ഒരു ഡിസിഷൻ പവർ എടുക്കാനില്ല, നമ്മൾ തന്നെയാണ് അതിനുള്ള എല്ലാ ഇതും നിൽക്കുന്നത്. പക്ഷേ നമ്മളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നമ്മളൊരു ഗോൾഡ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആപ്പ് തുറന്നു, നമ്മളതിൽ ഗോൾഡ് വാങ്ങിച്ചു, ഒരു SIP മോഡൽ നമ്മൾ ഗോൾഡ് വാങ്ങിക്കുകയാണ്. പക്ഷെ അവിടെ നമ്മൾക്ക് വരുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. അതാണ് അവിടെ വ്യത്യാസം. ഇവിടെ നമ്മൾക്ക് ഗോൾഡ് നമ്മുടെ കയ്യിൽ നിന്നുണ്ട്, അപ്പോൾ നമ്മൾക്ക് സമാധാനമായിട്ട് നമ്മൾ ഇരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ കാണിക്കുന്നത് ഏതോ ഒരു വാലറ്റിൽ ഏതോ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ നമ്മളുടെ ഗോൾഡ് വാങ്ങി എന്ന് പറയുന്നു, അവിടെ നിൽക്കും. അത് നമ്മൾ ഇങ്ങനത്തെ ഉള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മൾ ട്രസ്റ്റ് ബേസ്ഡ് ഓണർഷിപ്പ് ആയിരിക്കും നമുക്ക് ഉണ്ടാവേണ്ടത്.
ട്രസ്റ്റാണ് അത് അതിൽ നമ്മൾ ഇതാക്കുന്നത്. പക്ഷേ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇപ്പോൾ ഈ ഫിസിക്കലായിട്ട് നമ്മൾക്ക് മുഴുവനായിട്ട് നമ്മൾക്ക് ഇപ്പോഴത്തെ റേറ്റിൽ വാങ്ങിക്കാൻ പറ്റാത്ത ഇതിന് നമ്മൾക്ക് ഇങ്ങനത്തെ ഉള്ള പ്ലാറ്റ്ഫോമുകളിൽ കൂടി വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല രുചിതമായിട്ട് തോന്നുന്നത്. നമുക്ക് നമ്മുടെ ഹരീസിൻ്റെ അടുത്ത ഗസ്റ്റിലേക്ക് കൂടി പോയി. ഹരീസ് സർ കേൾക്കാമോ? യെസ് സർ, സംസാരിച്ചോളൂ. നമ്മൾ നേരത്തെ CAD-യുടെ കാര്യമായിരുന്നു സംസാരിച്ചുകൊണ്ടായിരുന്നത്. കണ്ടിന്യൂ. ഒരു ചെറിയൊരു കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിൽ CAD-യുടെ കേസിൽ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കൺസംഷനിൽ 30% ഡ്രോപ്പ് വന്നിട്ടുണ്ട്. അതായത് നെറ്റ് വാല്യൂ ഓഫ് ഇമ്പോർട്ടിങ്ങിൽ അത് നമ്മുടെ കൺസംഷന്റെ പാറ്റേണിലാണ് ചേഞ്ച് കൂടെയാണ്. അതായത് നമ്മൾ നേരത്തെ ജുവലറി ഫോമിൽ ഇപ്പോൾ ആൾക്കാർ വാങ്ങുന്നത് കുറച്ചു, കാരണം വാല്യൂ കൂടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിക്ഷേപ സംബന്ധമായി നിക്ഷേപിക്കുന്ന ആൾക്കാർ കൂടുതലും അവരുടെ നിക്ഷേപത്തിന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്തു. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ നെറ്റ് ഡ്രോപ്പ് കൂടുന്ന 11%, പക്ഷെ 17% ഇമ്പോർട്ടിലെ കുറവ് വന്നത് റീസൈക്ലിംഗ് ഗോൾഡിന്റെ എമൗണ്ട് കൂടി. കാരണം ആൾക്കാർ ധാരാളം മാറ്റി വാങ്ങിക്കാൻ തുടങ്ങി, അത് ഗോൾഡ് വിൽക്കാൻ തുടങ്ങി കയ്യിലുള്ളൂ. അപ്പൊ അങ്ങനെ ഇപ്പോൾ റീസൈക്ലിംഗ് ഇൻക്രീസ് ചെയ്തു. പക്ഷെ ഫെസ്റ്റീവ് സീസണിൽ ഡ്രോപ്പ് ഉണ്ടാകും. അതേ സമയത്ത് ആൾക്കാർ കോയിനിലും ബിസ്ക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടി. ഒപ്പം ETF ആസ് എ കമ്മോഡിറ്റി, ഇപ്പൊ നേരത്തെ നിങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഡിജിറ്റൽ ഗോൾഡ്. ഞാനും അതിനെ തീർച്ചും അനുകൂലിക്കുന്നില്ല. കാരണം ഡിജിറ്റൽ ഗോൾഡില് പിന്നെ ഇവൻ റെഗുലേറ്റർ സൈഡിലും RBIയും SEBIയും ഓരോ കൺസേൺസ് പറഞ്ഞിരുന്നു. കാരണം ഡിജിറ്റൽ ഗോൾഡിൽ ഫിസിക്കൽ ബാക്കപ്പ് ഉണ്ടോ എന്നുള്ളത് നമുക്കിപ്പോഴും ഉറപ്പില്ല. അത് ഒരു വാലറ്റ് വഴി നമുക്ക് കിട്ടുന്നതാണ് ഈസിനെസ് ഓഫ് ബൈങ് ആണ് അവിടെ നടക്കുന്നത്. പക്ഷേ ETF ഫീസ് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് നോക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ETF. അപ്പൊ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ ഇതിൽ ചെയ്യാൻ പറ്റും. കാരണം മൈക്രോ അത് അവൈലബിൾ ആണ്. 0.01 യൂണിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒപ്പം ഇത് റെഗുലേറ്റഡ് ആണ്, കാരണം ഇതിന് ഫിസിക്കൽ ബാക്കപ്പ് ഉണ്ട്. നമ്മൾ വാങ്ങുന്ന ഗോൾഡിന് ഇക്വലന്റ് ആയിട്ട് അത് വാലറ്റുകളിൽ അതിന്റെ വോൾട്ടിൽ കീപ്പ് ചെയ്യണം. അതപ്പോൾ RBIയും SEBIയും ഡ്യുവലായിട്ട് ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിളാണ് ETFs, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഈ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിലേക്ക് ചെയ്യണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് കമ്പൽസറി ആണ്. പക്ഷേ എല്ലാ സാധാരണക്കാർക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഇല്ല. അപ്പോൾ അവർക്ക് ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മ്യൂച്വൽ ഫണ്ടുകൾ, ഗോൾഡ് സേവിങ്സ് ഫണ്ടുകൾ അല്ലെങ്കിൽ ഫണ്ട് ഓഫ് ഫണ്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഗോൾഡിലോ ഈവൻ നമുക്കിപ്പോൾ പോപ്പുലർ ആയിട്ട് വരികയാണ് സിൽവർ. 2022 ശേഷം ഇന്ത്യയിൽ സിൽവർ ETFസും അവൈലബിൾ ആണ്. അപ്പോൾ ഗോൾഡും സിൽവറും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്ന രീതിയിലുള്ള ഫണ്ടുകളും അവൈലബിൾ ആണ്. എപ്പോഴും ഒരു നിക്ഷേപകനെ സംബന്ധിച്ച് നിക്ഷേപകരായിട്ട് ചെയ്യുമെങ്കിൽ ഇതിലേക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇതിപ്പോൾ പോളിയോയുടെ ഇൻക്രീസ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് വളരെ എവിഡന്റ് ആണ്. കാരണം ഇപ്പോൾ 1,27,000 ടണ്ണോളം ആൾക്കാർ ETFകളിലേക്ക് ഗോൾഡിൽ മാത്രം നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇത് ഒരു 60% പോളിയോയുടെ ഇൻക്രിമെന്റ് ആണ്. ഇപ്പൊ അതായത് നെറ്റ് നമ്മുടെ അസറ്റ് സൈസ് ഇത്രയും കൂടി കഴിഞ്ഞ വർഷം മാത്രം 95 ടണ്ണോളം ETF-കളിലേക്ക് നിക്ഷേപം നടന്നിട്ടുണ്ട്. സർ ആസ് ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട്, ഈ ഒരു മേഖലയിൽ പ്രത്യേക ഒരു സാധാരണ നിക്ഷേപകന്റെ ഒരു പോർട്ട്ഫോളിയോയിൽ ഈ ഒരു ഗോൾഡിന്റെ ഒരു പ്രൊപ്പോർഷൻ എത്രയായിരിക്കണം? ഇൻ ടേംസ് ഓഫ് അതിപ്പോൾ ഡിജിറ്റൽ ആണെങ്കിലും ശരി, ഫിസിക്കൽ ആണെങ്കിലും ശരി, അതിന്റെ ഒരു പ്രൊപ്പോർഷൻ എത്രയായിരിക്കണം? അല്ല, ഫിസിക്കൽ ഗോൾഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ എല്ലാവരുടെയും ഫാമിലിയുടെ മെയിൻ വെൽത്തില് നമ്മള് പിന്നെ ലാൻഡും ഫിസിക്കൽ ഗോൾഡും നമ്മൾ വളരെയേറെ തന്നെ നമ്മൾ നിക്ഷേപിച്ച് പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ അസറ്റ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് കൈമാറ്റം ചെയ്യാൻ, കാരണം ഗോൾഡ് നമുക്ക് പണയം വയ്ക്കാനാണ് പലരും ആൾക്കാർ നോക്കുന്നത്. നമുക്കത് വിൽക്കാൻ അത്ര ഈസിനെസ് ആണ്. കാരണം ജ്വല്ലറീസ് ആർ നോട്ട് ഇൻ എ ബിസിനസ് ഓഫ് ബൈയിങ് ഗോൾഡ്, അവർ സെല്ലേഴ്സ് ആണ്. അപ്പോൾ നമുക്കത് ഒരു ഇലക്ട്രോണിക് ഇതിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്നതോ മ്യൂച്വൽ ഫണ്ടായിട്ട് ചെയ്യുകയാണെങ്കിലോ അത് ഈസിനെസ് ഓഫ് സെല്ലിങ് വളരെ ഇതാണ്. നമുക്ക് സെക്കൻഡ് ഡേയിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 10-15% ഓഫ് നമ്മുടെ ഹോൾഡിങ്ങിന്റെ കമ്മോഡിറ്റിയിൽ, അതായത് പിന്നെ ഗോൾഡിലും സിൽവറിലുമായിട്ട് നിക്ഷേപിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിന്റെ ഒരു അഭൂതപൂർവമായ വളർച്ചയാണ് കൂടുതൽ നിക്ഷേപകരെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. ഇപ്പൊ 70%-80% ഗ്രോത്ത് ഒരു വർഷം ഗോൾഡും 140-160% റിട്ടേൺ സിൽവറും തരുമ്പോൾ ഇക്വിറ്റിയിലേക്ക് നമുക്ക് അനീമിക് റിട്ടേൺ ആണ് വന്നിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ്, കാരണം ഇതിന്റെ വോളറ്റാലിറ്റി നമ്മളിപ്പോഴേ കണ്ടു തുടങ്ങിയത്. കാരണം US തന്നെ അവിടെ ചെയർമാനായിട്ട് എക്സിസ്റ്റിംഗ് പവലിനെ മാറ്റി പുതിയൊരു കെവിൻ മോൾഷ് എന്ന ഒരാളിനെ റെക്കമെൻഡ് ചെയ്തപ്പോൾ തന്നെ
കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ഒരു 30% ഡ്രോപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് വാല്യൂ. അപ്പോൾ അത് നമ്മൾ സ്റ്റാഗേർഡ് ആയിട്ട് നിക്ഷേപിച്ചു പോകുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗോൾഡിൻ്റെ കേസ് സംസാരിച്ചു. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ഒരു കൺസ്യൂമേഴ്സിൻ്റെ ബേസിൽ പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കും, പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ അറൈസ് ചെയ്യുമ്പോഴേക്കും ഗോൾഡിനെ ഒരു ടൂളാക്കി, അതായത് കൂടുതലായിട്ട് അമേരിക്കയുടെ ഒരു ഡിപ്പെൻഡൻറ്റ് സെക്യൂരിറ്റീസിൽ നിന്ന് അവരുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്തുകൊണ്ട് സെൻട്രൽ ബാങ്കുകൾ, ഇന്ത്യയിലെ RBI അടക്കമുള്ള സെൻട്രൽ ബാങ്കുകൾ മറ്റ് ഒരു സേഫ് ഹെവൻ എന്ന നിലയിലേക്ക് ഗോൾഡിലേക്ക് നിക്ഷേപം കൊണ്ടുവരാറുണ്ട്. സോ ആ ഒരു പ്രവണത എത്രത്തോളം ഗോൾഡിൻ്റെ ഒരു വാല്യൂവിനെ ഇമ്പാക്റ്റ് ചെയ്യും, അതിനൊരു ലോങ് ടേമിലേക്കുള്ള അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും? അതായത് ഇത് തന്നെയാണ്. കാരണം നമ്മൾ സാധാരണ കൺസംഷൻ ലെവലിൽ വാങ്ങുമ്പോൾ നമ്മൾ ഗ്രാംസിലോ കിലോസിലോ ആണ് അതിന് മാക്സിമം വാങ്ങുന്നത്. ബട്ട് വെൻ സെൻട്രൽ ബാങ്ക്സ് ആർ ഗോയിങ് ഓവർ ദർ, ഇത് ടൺ കണക്കിനാണ് വാങ്ങിയത്. അപ്പൊ അതാണ് ഇതിന്റെ ടോട്ടൽ ലാൻഡ്സ്കേപ്പിലും അതിന്റെ പർച്ചേസ് ബിഹേവിയറിലും വരുത്തിയ ഏറ്റവും വലിയ കാതലായ മാറ്റം. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വേൾഡിൽ ഏറ്റവും വലിയ ഗോൾഡ് റിസർവ് ഇരിക്കുന്നത് അമേരിക്കയിലാണ്. അവർ 8100 ടണ്ണോളം ഗോൾഡ് റിസർവ് ആണ് അമേരിക്കയ്ക്കുള്ളത്. 12ാം സ്ഥാനത്തുള്ള ഇന്ത്യയിൽ ഏകദേശം 860-870 ടണ്ണാണ്. 2ാം സ്ഥാനത്തുള്ള ജർമ്മനി 3100. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെൻട്രൽ ബാങ്കുകൾ ഇപ്പോൾ എല്ലാം ബയേഴ്സാണ്. ഇവരാരെങ്കിലും പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ഭാഗമായി ഇത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന് അത് താങ്ങാനുള്ള കഴിവുണ്ടോ? കാരണം 1900-കളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. അന്ന് യൂറോപ്യൻ ബാങ്കുകൾ പലരും സെൻട്രൽ ബാങ്കുകൾ ഗോൾഡിന്റെ റിസർവ് സെല്ല് ചെയ്തു. പക്ഷെ അവർ അതിൽ നിന്ന് പിന്നെ മാറ്റം വരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിന്റെ പ്രൈസ് കൺസിസ്റ്റന്റ് ആയിട്ട് കയറി പോവുകയും ഈ ഒരു താൽക്കാലികമായ ലാഭമെടുക്കൽ അവർക്കൊരു നിരന്തരമായിട്ട് വരികയും ചെയ്തതോടെ ഇവരെല്ലാവരും അതിലൊരു പുനർവിചിന്തനം നടത്തുകയും പിന്നീട് നമ്മുടെ ഒരു സെൻട്രൽ ബാങ്കുകളുടെ സൈഡിൽ നിന്നും ഒരു ഹ്യൂജ് സെല്ലിംഗ് പ്രശ്നം കണ്ടിട്ടില്ല. പക്ഷെ അത് നമുക്ക്, കാരണം ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള തീരുമാനങ്ങൾ പലതും വരുന്നത് തീർത്തും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലോ അല്ലെങ്കിൽ മുൻകൂട്ടി കാണാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ റിസർവ് ഉള്ള രാജ്യങ്ങൾ അവരുടെ പാർട്ടിന് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ പാർട്ടായി ഒരല്പം സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗോൾഡ് പ്രൈസസിനെ നന്നായിട്ട് ഇമ്പാക്ട് ചെയ്യപ്പെടും, അത് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിക്ഷേപകരെ സംബന്ധിച്ച് എപ്പോഴും വളരെ കോഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തു പോകേണ്ടത് പ്രോഫിറ്റ് എടുക്കേണ്ട കമ്പോണന്റിൽ. കാരണം ഒരു 60-70% ഗ്രോത്ത് വരുമ്പോൾ നമ്മൾ അതിൽ നിന്നും ഒരു കമ്പോണന്റ് സെല്ല് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ അതാണ് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ വിസിബിൾ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. സബിന മാം, നമ്മൾ ഗോൾഡിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു കമ്മോഡിറ്റിയാണ് സിൽവർ. സിൽവറിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷം ഗോൾഡിനേക്കാൾ വലിയൊരു റാലി ആയിരുന്നു സിൽവറിൽ കാണാൻ സാധിച്ചത്. ഓൾമോസ്റ്റ് എനിക്ക് ഒരു 150% അടുത്തൊരു റാലി കണ്ടിരുന്നു. ഗോൾഡിൽ ഒരു 70% അടുത്തുള്ള മൂവ്മെന്റ് ആയിരുന്നു. ഗോൾഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും സിൽവറിന് ഈ ഒരു ഇൻഡസ്ട്രിയൽ ബേസ്, അതായത് കൺസംഷനേക്കാൾ ഉപരി ഇൻഡസ്ട്രിയൽ ബേസിസ് ആസ് എ റോ മെറ്റീരിയൽ അതിൻ്റെ ഒരു യൂസേജ് വളരെ കൂടുതലാണ്. അപ്പം ഇപ്പോൾ പ്രത്യേകിച്ച് വരുന്ന AI, ക്ലീൻ എനർജി, റീന്യൂവബിൾ എനർജി പോലെയുള്ള സെക്ടേഴ്സിലൊക്കെ വലിയ തോതിൽ സിൽവറിൻ്റെ ഒരു ആവശ്യമായിട്ട് റോ മെറ്റീരിയൽ നിലയിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു പെർമനന്റ് ബുൾ റണ്ണിലേക്കാണോ സിൽവർ കടന്നിരിക്കുന്നത്? സിൽവറിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ സിൽവറിനെ നമ്മൾ ഗോൾഡും സിൽവറും നമ്മളൊരു സേഫ് ഹാവൻ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽവറിനെ ആ ഒരു സേഫ് ഹാവൻ പ്രൊഡക്റ്റ് പ്ലസ് ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽ ആയിട്ടാണ് കാണുന്നത്. അതായത് ഒരു ഡ്യുവൽ ഫേസ് ആണ് ഇപ്പോൾ സിൽവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സിൽവറിനെ നമുക്ക് ഗോൾഡായിട്ട് നമുക്ക് മൂവ്മെൻറ്റ് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് ഒരു സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും. പക്ഷേ സിൽവറിനെ സംബന്ധിച്ചിടത്തോളം അത് ഫാസ്റ്റാണ്. അതായത് ഇൻഡസ്ട്രിയൽ ഡിമാൻഡും പർപ്പസും കൂടി അതിന് ഉള്ളത് കൊണ്ട് അത് ഭയങ്കരമായിട്ട് വോൾട്ടാലിറ്റി കൂടുതലാണ്. ഇപ്പം നമ്മളുടെ ഗവൺമെൻറ് ഇപ്പം നമ്മൾ റിസർവായിട്ട് ഗോൾഡ് ആണ് സൂക്ഷിക്കപ്പെടുന്നത്, സിൽവറിന് സൂക്ഷിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ അതിന് ഹൈലി വോൾട്ടാലിറ്റി കൂടുതലായിട്ടുള്ള ഒരു മെറ്റലാണ് സിൽവർ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പം അതിൻ്റെ സപ്ലൈ സൈഡ് നോക്കുകയാണെങ്കിൽ അതായത് ഹൈലി ഇൻലാസ്റ്റിക് ആയിട്ടാണ് സിൽവറിൻ്റെ സപ്ലൈ സൈഡ് നമ്മൾ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ എത്ര വില കൂടിയാലും പെട്ടെന്നൊന്നും നമ്മൾക്ക് അതിൻ്റെ സപ്ലൈ കൂട്ടാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് ലോകത്ത് പ്രൈമറി മൈനിങ്ങിൽ നിന്നല്ല സിൽവർ കൂടുതലും ഉണ്ടാകുന്നത്. അത് വലിയൊരു കാരണമാണ്. അതായത് പ്രൈമറി ആയിട്ട് നമ്മൾ മൈൻ ചെയ്തെടുക്കുന്നതല്ല, അതായത് നമ്മുടെ മറ്റുള്ള മെറ്റൽസ്, അതായത് കോപ്പർ, സിങ്ക്, ലെഡ്, ഇതിൻ്റെയൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റാണ് സിൽവർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സിൽവറിൻ്റെ മൈനേഴ്സിന്, അതായത് മൈനിങ് കമ്പനീസിന് എന്താണ് സിൽവറിൻ്റെ വില കൂടിയെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒരു പ്രൊഡക്ഷന് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിട്ട്
നമുക്ക് കൂട്ടാനായിട്ട് പറ്റില്ല. പക്ഷേ ഇതിപ്പോൾ ഒരു സപ്ലൈ സൈഡാണ്. പക്ഷേ സിൽവറിൻ്റെ ഒരു ഡിമാൻഡ് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര കൂടുതലാണ്. അതായത് ഇപ്പോൾ 5G, പിന്നെ സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചറിങ്, പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ്, സോളാർ പാനൽസ്, ഇതിലൊക്കെ നമ്മൾക്ക് ഒരു ക്രിട്ടിക്കൽ റോ മെറ്റീരിയലായിട്ട് അതായത് ന്യൂ ജനറേഷൻ ഇൻഡസ്ട്രീസിലെ ഒരു ക്രിട്ടിക്കൽ റോ മെറ്റീരിയൽസ് ആയിട്ട് സിൽവർ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വോൾട്ടാലിറ്റി, അതായത് ഈ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസ് ഉള്ളത് കൊണ്ട് നമ്മൾക്കിപ്പോൾ മാർക്കറ്റ് ഹൈലി, അതായത് എല്ലാ ദിവസവും ഇപ്പോൾ ഒരു മാസം എനിക്ക് തോന്നുന്നു ഒരു ഗോൾഡ് ഒരു 10% കയറുമ്പോൾ അതേ മാസം തന്നെ സിൽവർ ഒരു 20-25% കയറിയിട്ടുണ്ട്. വേഗത്തിലായിരിക്കും അതിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. റിഫ്ലക്റ്റ് ചെയ്യണത് വളരെ പെട്ടെന്നാണ്. പക്ഷെ അതുകൊണ്ട് അത് താഴാനും വളരെ ചാൻസ് കൂടുതലാണ്. നമ്മളിപ്പോൾ ഗോൾഡിനെ പോലെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളായിരിക്കില്ല സിൽവറിൽ. എപ്പോൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധിക്കും. ഇപ്പം നമ്മൾ വിചാരിക്കും ചിലർ അയ്യോ സിൽവർ എത്ര കയറിപ്പോയി ഇനി നമ്മൾക്ക് അത് കിട്ടില്ല എന്ന് വെച്ചിട്ട് ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ വിചാരിക്കുന്ന ഒരു റേറ്റിലേക്ക് തന്നെ വീണ്ടും അത് വരും. പക്ഷെ അത് പെർമനൻ്റ്ലി, അതായത് അതൊക്കെ ഒരു എന്താ പറയുക ഒരു ഷോർട്ട് ടേം ആണ് അതിൻ്റെ ആ ഒരു കറക്ഷൻസ്. പക്ഷെ ഓരോ കറക്ഷൻസിലും നമ്മൾ സിൽവർ ബൈ ചെയ്തുകൊണ്ടിരിക്കണം. അത് ലോങ് ടേം പെർമനൻ്റ്ലി അത് ബുൾ റൺ തന്നെയാണ് ഡെഫിനറ്റ്ലി. ഹരീഷ് സാറിലേക്ക് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇതേ ചോദ്യം തന്നെയാണ് താങ്കളും ചോദിക്കുന്നത്. കാരണം ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗോൾഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും സിൽവറിൻ്റെ ഒരു റാലി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത്. പക്ഷേ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നിന്നൊരു ബൗൺസ് ബാക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഹൈ ലെവൽസിലേക്ക് എത്ര വരെ ഉയർന്നേക്കാം, നിയർ ടേമിൽ എത്ര വരെ ഉയർന്നേക്കാം എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ചോദിച്ച പോലെ ഇതിന്റെ സപ്ലൈ സൈഡ് നമ്മൾ മേജറായിട്ട് നോക്കേണ്ടതാണ്. കാരണം സിൽവർ ആസ് സ്റ്റാൻഡ് അലോൺ മൈൻസ് ഇല്ല. കോപ്പറോ സിങ്കോ മൈൻ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് ആണ്. ഒപ്പം നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിൽവർ പ്രൊഡക്റ്റുകളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. സിൽവറിനുണ്ടായ ഒരു മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 4 മേജർ മേഖലകളിൽ സിൽവർ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ടെക്നോളജി സൈഡിൽ, ബിക്കോസ് എയുടെ കൂടുതലും ആയിട്ട് വരുന്നതും, പിന്നെ നമ്മുടെ ഇന്ന് തന്നെ ബജറ്റിൽ സൂചിപ്പിച്ചതുപോലെ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ്, അതായത് എയുടെ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് മേജറായിട്ട് സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള നല്ല ഡേറ്റാ സെന്റേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഡേറ്റാ സെന്റേഴ്സിന്റെ ബിൽഡിംഗ്, ചിപ്സിന്റെ കൺസ്ട്രക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഭാവിയുടെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ബെസ്റ്റ് കണ്ടക്ടർ എലമെന്റ് ആയിട്ട് നമുക്ക് സിൽവർ ആണ് യൂസ് ചെയ്യുന്നത് എബവ് കോപ്പർ. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ഒരു മേജർ ആയിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാകുന്നത്. 2, ഇത് ഹെൽത്ത് കെയറിൽ ട്രീറ്റ്മെന്റിൽ ഇപ്പൊ അഡ്വാൻസ് പല അണുനാശീകരണ കാര്യങ്ങളിലും സിൽവറിന്റെ യൂട്ടിലൈസേഷൻ വരുന്നു. 3, ഡിഫൻസിൽ, കാരണം നാവിഗേഷൻ ടെക്നോളജിയിൽ സിൽവറിന്റെ യൂട്ടിലൈസേഷൻ ഭയങ്കര കൂടുതലാണ്. എസ്പെഷ്യലി മിസൈൽസ് ടെക്നോളജീസിൽ, സ്പേസ് ക്രാഫ്റ്റിൽ പറ്റത്തില്ല. അപ്പൊ പക്ഷെ അതിലൊന്നും പോകുന്ന സിൽവർ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് 4th ഈസ് ബേസിക്കലി ഫോർ ഇൻവെസ്റ്റ്മെന്റ്. കാരണം ഇൻവെസ്റ്റ്മെന്റിൽ നേരത്തെ ഫ്യൂച്ചറായിട്ടാണ് നടന്നിട്ടുള്ളത്. അതിൽ നിന്ന് മാറിയിട്ട് ഇന്ന് ആൾക്കാർ സിൽവറിനെ നമ്മൾ വാൾട്ടിലേക്ക് എടുത്ത് സേവ് ചെയ്യുന്ന രീതിയിൽ, കാരണം നമ്മൾ പണ്ട് പിന്നെ വെസൽസിനോ ആഭരണങ്ങൾക്കോ ഫിലിംസിനോ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതൊന്നും മാറി. ഈ EV ടെക്നോളജി, ഇലക്ട്രോണിക് ഇതിലൊപ്പം വന്നപ്പോൾ നിക്ഷേപമായിട്ടും ഇത് മാറി തുടങ്ങി. ഈ നിക്ഷേപം വരുന്ന വെള്ളി ഒരിക്കലും പുറത്തിറങ്ങുന്നില്ല. ഇത് നമ്മളെ വാൾട്ടിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് അഭൂതപൂർവമായ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് വരുന്നുണ്ട്. ആൻഡ് ഇൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഓൾസോ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പ്രൈസിലും ഇതുപോലെ വോളറ്റാലിറ്റി ഉണ്ടാവും. പക്ഷേ ഒരു 3 മാസം കൊണ്ട് ഇരട്ടിയാവുന്ന രീതിയിലുള്ള പ്രൈസിങ് ഡിഫറൻസ് ഒക്കെ വരുമ്പോൾ നാച്ചുറലി ആൾക്കാരുടെ ഇടയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. അപ്പൊ ഇന്ന് ഗോൾഡ് സിൽവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ, അതായത് എത്ര ഗ്രാം സിൽവർ കൊടുത്താലാണ് നമുക്ക് 1 ഗ്രാം ഗോൾഡ് വാങ്ങാൻ പറ്റുക എന്നുള്ള റേഷ്യോയുടെ ബേസിസിൽ പണ്ട് 100ന് മുകളിലായിരുന്നു. പെട്ടെന്നാണ് അത് ചേഞ്ച് ചെയ്ത് 50 താഴേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് സൗകര്യപോലെ തന്നെ സ്വർണത്തേക്കാൾ ഉപരി ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് കൂടുതലായി വരുന്നത് കൊണ്ടും ഇൻഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഉള്ളത് കൊണ്ടും സിൽവറിന്റെ പ്രൈസ് കയറി പോകാം, പക്ഷെ ഹൈ വോളറ്റൈൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു നിക്ഷേപകരനെ സംബന്ധിച്ച് അത് പല പോയിന്റിൽ എല്ലാ കറക്ഷനുകളിൽ എൻ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്.
സർ, അപ്പം തന്നെ ആസ് എ ഫിനാൻഷ്യൽ പ്ലാനർ ഗോൾഡ് വേഴ്സസ് സിൽവർ എന്നൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ താങ്കളുടെ പ്രിഫറൻസ് ഏതായിരിക്കും? കാരണം അത് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് രണ്ട് തരത്തിൽ പോകുന്നൊരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ അതുകൊണ്ട് ആൾക്കാരുടെ ഡയലമ മാറ്റാൻ വേണ്ടിയിട്ട് ഗോൾഡ് ആൻഡ് സിൽവർ ഫണ്ടുകളും ഇപ്പൊ അവൈലബിൾ ആണ്. അത് ഫണ്ട് മാനേജർ തന്നെയാണ് അതിന്റെ തീരുമാനം എടുക്കുന്നത്. എത്ര പെർസെന്റേജ് ഗോൾഡിൽ ചെയ്യാം, എത്ര പെർസെന്റേജ് സിൽവറിൽ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഫണ്ടുകളിൽ ചെയ്യുന്നതും നമുക്ക് അഭികാമ്യമായിരിക്കും. സബിനാമിലെ ആസ് എ ട്രേഡർ ഗോൾഡ് വേഴ്സസ് സിൽവറിൽ ഏതായിരിക്കും പ്രിഫർ ചെയ്യുക? നമ്മളത് ഞാനൊരു ട്രേഡർ എന്ന നിലയ്ക്ക് ഞാൻ പറയുക, ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചിട്ട് നമ്മൾ സിൽവറിലായിരിക്കും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. സിൽവറായിരിക്കും. അതായത് ഓരോ കറക്ഷൻസ് ഡെഫിനറ്റ്ലി ആയിട്ട് എന്തായാലും സിൽവറിൽ വരും. ഗോൾഡിന് സിൽവറിൻ്റെ അത്ര കറക്ഷൻസ് വരാൻ ചാൻസ് കുറവാണ്. പക്ഷേ സിൽവറിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ റാലി എന്ന് പറയുന്നത് ഭയങ്കര ഡൗണും ആവും. അതിനോടൊപ്പം തന്നെ അതിൽ കൂടുതലായിട്ട് പാനിക്കിൻ്റെ ആവശ്യമില്ല. ഒരിക്കലും പാനിക്കാവുന്നതിന് ആവശ്യമില്ല. അതായത് നമ്മൾ ഈ എന്താ പറയുക, ആളുകൾ പെട്ടെന്ന് വലിയ വിലയിൽ പോയിട്ട് പർച്ചേസ് ചെയ്യും. പിന്നെ കുറച്ചും കൂടെ ഇറങ്ങുമ്പോഴത്തേനും പാനിക്കാവും. മാർക്കറ്റ് ഇതായി ഡൗൺ ആയി നമ്മളുടെ പൈസ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെറിയ റേറ്റിന് വേണ്ടിയിട്ട് അത് സെല്ലിങ്ങിലേക്ക് കൊണ്ടുവരും. അത് വലിയ റേറ്റിൽ ബൈ ചെയ്യും, ചെറിയ റേറ്റിൽ കൊണ്ടുപോയിട്ട് സെല്ല് ചെയ്യും പാനിക്കായിട്ട്. പക്ഷേ ഒരു ട്രേഡറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, നല്ലൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതാണ് ലോങ് ടൈം കൺവെക്ഷൻ ബയർ എന്ന് പറയും നമ്മൾ. അവർ ശാസ്ത്രീയമായ രീതിയിൽ വേണം നമ്മൾ ഇത് ബൈ ചെയ്യാനായിട്ട്. അതായത് ഓരോ കറക്ഷൻസിലും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ബൈ ചെയ്തുകൊണ്ടിരിക്കുക. അതെന്തായാലും നമ്മൾക്ക് വലിയൊരു അസറ്റായിരിക്കും അത്. അതായത് ഒരു പാനിക് ഇപ്പം എനിക്കൊന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയൊരു സെൽ ഓഫ് വന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ആൾക്കിടയിൽ ഒരു പാനിക്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു, അയ്യോ ഗോൾഡ് അങ്ങനെ ഇടിഞ്ഞു പോകുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ കയറിയത് കണ്ടില്ലേ എന്ന് ചോദിച്ചു. കയറിയ ആ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്കറിയാം. പക്ഷെ അത് നമ്മൾക്കൊരു ഇപ്പം ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സെൻട്രൽ ബാങ്കുകൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. റഷ്യ, ചൈന, ടർക്കി, മിഡിൽ ഈസ്റ്റ് സെൻട്രൽ ബാങ്ക്സ് എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ട് അത് ഡോളറിൻ്റെ ഡിപ്പെൻഡൻസി കുറക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇവർ കൂടുതലായിട്ടും ഇത് ഗോൾഡ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്കൊരു ലക്ഷ്യമുണ്ട്. അതായത് പണ്ട് നമ്മളെല്ലാവരും, ഇപ്പം ഞാനും ഒരു ട്രേഡർ എന്ന നിലയ്ക്ക് നമ്മളും വിചാരിക്കുക എന്താണ്, ആ ഗോൾഡ് കുറച്ച് കയറി, ഇനി എന്തായാലും വലിയൊരു കറക്ഷൻസ് വരും, അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ വെയിറ്റ് ചെയ്യും വാങ്ങിക്കുക. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് എന്താണോ റേറ്റ് ആ റേറ്റിന് നമ്മൾ പർച്ചേസ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ല റേറ്റ്. ഹരി സാറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഹരി സാർ, ചിലപ്പം ഈ ഒരു ഗോൾഡിൻ്റെ റാലി നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ താങ്കളും സെൻട്രൽ ബാങ്കുകൾ വലിയ തോതിൽ ഗോൾഡിൻ്റെ ഒരു ബൈങ് നടത്തുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഈ ഒരു ഗോൾഡിൻ്റെ റാലിയിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറീസ് ആകുന്ന ഒരു കാറ്റഗറീസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആരായിരിക്കും? സെൻട്രൽ ബാങ്കുകളാണോ, അതോ ലാർജ് സ്കെയിൽ മൈനേഴ്സ് ആണോ, അതോ ഗോൾഡിൽ ലോ ഈൽഡ് കിട്ടിയപ്പോൾ പോലും സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്ന കൺവെൻഷണൽ ബയേഴ്സ് ആണോ? രണ്ട് കാറ്റഗറിയാണ്. അതായത് സെൻട്രൽ ബാങ്കുകൾ, കാരണം ഇതിന്റെ അവരുടെ റിസർവിന്റെ പാർട്ടായിട്ടുണ്ടോ, അതില് അധികം സെല്ല് നടക്കുന്നില്ല, ബൈങ് ആണ്. പക്ഷെ സെല്ലിങ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഞാൻ അതിലൊരു ഇവന്റ് ആയിട്ട് പറയുന്നത്. കാരണം അങ്ങനെ ഒരു ഇവന്റ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിറ്റ്നസ് ചെയ്തിട്ടില്ല. ഒരു 19ലാണ് അത് മേജറായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഈവൻ ദെൻ ഇത്രയും ഒരു മേജർ സൈസ് ഓഫ് സെല്ലിങ് ഉണ്ടായിട്ടില്ല. കുറച്ച് യൂറോപ്യൻ കൺട്രീസ് ആയിരുന്നു അതൊന്നും ചെയ്തിരുന്നത്, കാരണം അവരുടെ സ്ട്രക്ചറൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈ കൺവിക്ഷൻ ബയസ്, എസ്പെഷ്യലി നമ്മുടെ തലമുറകളായി കൈമാറ്റം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ലോകമായിട്ട്, നാച്ചുറലി നമ്മുടെ എല്ലാവരുടെയും വെൽത്തിൽ ഒരു കാതലായ അപ്രീഷിയേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്ന കമ്പനികൾ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും തന്നെ കാണുന്ന, കാരണം മുത്തൂറ്റ് ഫിനാൻസ് പോലെയുള്ള കമ്പനികൾ ഇന്ന് ഇന്ത്യയിൽ അതിന് ഏറ്റവും വലിയ ഗോൾഡ് ഫിനാൻസിങ് കമ്പനികളായി വളർന്നതിന്റെ പിന്നിലുള്ള രഹസ്യം ഇത് തന്നെയാണ്. കാരണം നമ്മൾ ഹൈ കൺവിക്ഷനിൽ വാങ്ങി വെച്ച് നമ്മുടെ നേട്ടങ്ങളെ നമ്മൾ അത്യാവശ്യത്തിന് നമ്മുടെ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റായിട്ട് നമ്മൾ ഗോൾഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ തരത്തിലുള്ള നേട്ടവും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് പുതിയ തലമുറ ഗോൾഡ് ജുവലറി യൂസ് ചെയ്യുന്നതിൽ നിന്നും അവർ കൂടുതൽ നിക്ഷേപകരായി മാറും. അവർ ETF-ലേക്കും ഗോൾഡ് ഫണ്ടുകളിലേക്കുമുള്ള നിക്ഷേപം കാതലായി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് ഡേറ്റ സപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. കാരണം ഏകദേശം ഒരു 60% പുതിയ നിക്ഷേപകരാണ് ഗോൾഡ് ETF-ലേക്ക് വന്നിരിക്കുന്നത്. 116 ബില്യൺ ഡോളറിന്റെ പർച്ചേസ് ആണ് കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഇതിൽ മാത്രമായിട്ട് നടന്നിരിക്കുന്നത്.
ചിലപ്പം അതിനകത്ത് നമുക്ക് ഒന്നുകൂടി ആഡ് ഓൺ ചെയ്ത് ചോദിക്കാനുള്ളത് ഇപ്പം പുതിയത് പ്രത്യേകിച്ചും ഇപ്പം ഈ ജെൻസികളുടെ ഇടയിലേക്ക് വരുമ്പോഴേക്കും വലിയ തോതിൽ ഗോൾഡിൻ്റെ ഓർണമെൻറ്റ്സിനോട് ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ അതേസമയം ആസ് എ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയിൽ ഫിസിക്കൽ ഗോൾഡിൽ നിന്ന് ഡിജിറ്റൽ ഗോൾഡിലേറ്റോ അല്ലെങ്കിൽ ഗോൾഡ് ETF മാറാറുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും പ്രധാനമായിട്ടും ഈ ഒരു ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ഒരു ഇപ്പോഴത്തെ ഒരു ബജറ്റ് നോക്കുമ്പോഴേക്കും വലിയ തോതിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഗോൾഡിൻ്റെ ഒരു ഇമ്പോർട്ട് കുറച്ചുകൊണ്ട് കൂടുതൽ ചാനലൈസ് ചെയ്യാനായിട്ട് ഡിജിറ്റൽ ഗോൾഡിലേക്കോ അല്ലെങ്കിൽ അത്തരം നിക്ഷേപങ്ങളിലേക്ക് ചാനലൈസ് ചെയ്യാനുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. സോ അത്തരം പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നമുക്ക് ഇപ്പം റീസെൻ്റായിട്ട് ഈ ബജറ്റിൽ വന്നിട്ടില്ല. സോ മുന്നോട്ടേക്ക് പോകുമ്പോഴേക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അതില് ഗോൾഡിന്റെ ഡൈനാമിക്സിൽ നേരത്തെ സവിത സൂചിപ്പിച്ച പോലെ നമുക്കൊരു വലിയൊരു അനോമലി ഓഫ് ടാക്സേഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പണ്ട് സ്മഗ്ലിംഗ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടിയത്. പക്ഷെ ഇന്ന് നമുക്ക് 6% ഇമ്പോർട്ട് ഡ്യൂട്ടി വരുന്നത്. അതേസമയത്ത് പല മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും ഇപ്പൊ വാറ്റ് വന്നിട്ടുണ്ട്. അറൌണ്ട് 5% വാറ്റ് വരും. അപ്പൊ അതുകൊണ്ട് ഈവൻ സ്മഗ്ലേഴ്സിന് പോലും ചെയ്യുന്നതിന്റെ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അത് ഇപ്പോ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഉള്ളി ഈ പ്രൈസിൽ ഉണ്ടാകുന്ന ഹ്യൂജ് ചേഞ്ചസ് ആണ് അവർക്ക് കിട്ടുന്ന ഏക അഡ്വാൻറ്റേജ്. കാരണം ഇന്ന് നിങ്ങൾ വാങ്ങുന്ന സാധനം ഒരു മാസം കഴിയുമ്പോൾ അതിൽ 20-25% ഇൻക്രിമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ വോളറ്റാലിറ്റിയുടെ അഡ്വാൻറ്റേജ് ബേസിക്കലി ഒരു സ്റ്റോറിന് ഉണ്ടാവും. പക്ഷേ ഒരു പോളിസി ചേഞ്ചസ് അനുസരിച്ചിട്ട് അതിലൊന്ന് കാതലായ ചേഞ്ച്, കാരണം നമ്മളിപ്പോ കൺസംഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് GSTയിലും മറ്റതിലും കുറവ് വരുത്തുകയും ഈവൻ ഇൻകം ടാക്സിൽ അടുത്ത വർഷം മുതൽ പുതിയ റെഗെയിമിലേക്ക് പോകുമ്പോൾ 1 lakh താഴേക്ക് ടാക്സ് വരാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് അത്ര പെട്ടെന്നൊരു ചേഞ്ച് ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയില്ല. സബീന മാം, ഇപ്പം നമ്മൾ നോക്കുമ്പോഴേക്കും ഗോൾഡിനെ സംബന്ധിച്ച് നമ്മളിപ്പം കഴിഞ്ഞ ഒരു വീക്ക് പരിശോധിക്കുമ്പോഴേക്കും അതായത് $5,500 കഴിയുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു പല ബ്രോക്കറേജുകൾ, ഇന്റർനാഷണൽ ബ്രോക്കറേജ് അടക്കം സൂചി. പക്ഷേ വളരെ പെട്ടെന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു മുന്നേറ്റവുമൊക്കെ അല്ലെങ്കിൽ ആ ഒരു ലെവലൊക്കെ മറികടന്നുള്ളൊരു കുതിപ്പായിരുന്നു കാണും. ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു, എന്നാൽ പോലും ആ ലെവൽ മറികടക്കാൻ സാധിച്ചു. ഇനിയിപ്പോൾ പരിശോധിക്കുമ്പോഴേക്കും ഈ ഗോൾഡിൻ്റെ റാലി, ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ റാലിനെ പോസ് ചെയ്യാനുള്ള മേജർ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? ഇല്ല, ഗോൾഡിന്റെ റാലി അത് ഹൈക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ബുൾ റൺ തന്നെയാണ്. അതിലെന്തായാലും ചെറിയ ചെറിയ കറക്ഷൻസുകൾ വരും. ഒരു ക്രാഷ് ഒരിക്കലും മാർക്കറ്റിൽ ഉണ്ടാവില്ല. ചെറിയ ചെറിയ കറക്ഷൻസ് ഇപ്പോൾ ഫ്യൂച്ചർ ട്രേഡേഴ്സും അവരെല്ലാവരും ഇപ്പോൾ സെൻട്രൽ ബാങ്ക്സ് ബൈങ് ചെയ്യുന്നത് ഒരിക്കലും അവർ മാർക്കറ്റിൽ സെല്ല് ചെയ്യില്ല. അപ്പം ഇത്രയും അവരത് സെർവ് ചെയ്ത് വെക്കുകയുള്ളൂ. അവരൊരിക്കലും അത് സെല്ലിങ് ചെയ്യില്ല മാർക്കറ്റിൽ. അത് റിസർവ് ബാങ്ക്സ് അങ്ങനെ നമ്മൾ സെല്ല് നേരിട്ട് മാർക്കറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പാനിക്കായിട്ടുള്ള ഒരു തെറ്റായ ഒരു സിഗ്നലാണ് മാർക്കറ്റിൽ അത് നൽകുക. അപ്പോൾ അത് ഇപ്പോൾ ഒരു സെൻട്രൽ ബാങ്ക് അങ്ങനെ വിൽക്കുന്നുണ്ടെങ്കിലും മറ്റൊരു സെൻട്രൽ ബാങ്ക് അത് പർച്ചേസ് ചെയ്യാന്നല്ലാതെ ഒരിക്കലും അത് മാർക്കറ്റിലോട്ടത് ആ ഒരു ഗോൾഡ് നമ്മൾക്ക് വരില്ല. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഉള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ തന്നെയല്ല, ഓരോ രാജ്യങ്ങളും അവരുടെ ഡെപ്റ്റ് വളരെയധികം ഉയർന്നിരിക്കുകയാണ്. ഇപ്പം അമേരിക്കയുടെ കാര്യം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ട്രില്യൺ ആണ് അവരുടെ ഡെപ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡോളറിൻ്റെ ഒരു എന്താ പറയുക, ഡോളറിൻ്റെ വാല്യൂ അങ്ങനെ കുറഞ്ഞു പോവുകയാണ്. ആ ഒരു കറൻസിയിലുള്ളൊരു വിശ്വാസം ആളുകൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങണം. അപ്പോൾ ഒരു സേഫ് ഹാവൻ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും അവർ കൂടുതലായിട്ടും, അതായത് ഇപ്പോൾ 100% എനിക്ക് തോന്നുന്നു ഒരു 50% എല്ലാവരും ഗോൾഡിനെ തന്നെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാകുമ്പോൾ എല്ലാവർക്കും അതൊരു സേഫായിട്ടാണ് അത് ഫീൽ ആവണത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എവിടെ നിന്ന് കറക്ഷൻസ് വരികയാണെങ്കിലും നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലേറ്റവും കൂടുതൽ സാർ പറഞ്ഞു കൂട്ട് നമ്മൾക്കിപ്പോൾ അതിലൊരു ഗോൾഡിൽ നമ്മൾക്കിപ്പോൾ ലാഭം എടുക്കുന്ന ബെനിഫിഷ്യറീസ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അത് ഗോൾഡ് മൈനേഴ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു സൈലന്റ് സൂപ്പർ വിന്നേഴ്സ് എന്ന് പറയും അവരാരും ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെക്കും. എല്ലാവരും പറയുക ട്രേഡേഴ്സാണ് പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളതാണ്. ട്രേഡേഴ്സ് എപ്പോഴും ഒരു ഷോർട്ട് ടൈം പ്രോഫിറ്റ് എടുക്കുകയുള്ളൂ. അതായത് ലോങ് ടൈം ആയിട്ട് ട്രേഡേഴ്സിന് ഒരിക്കലും പ്രോഫിറ്റ് എടുക്കാൻ കഴിയില്ല. അവർ ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് മാർക്കറ്റിൽ നിന്ന് പോകും. പിന്നെ ഈ കൺവെൻഷൻ ബയേഴ്സാണ്, അതായത് ശാസ്ത്രീയമായ രീതിയിൽ ലോങ് ടൈം ആയിട്ട് നമ്മളൊരു പർച്ചേസ് ചെയ്ത് നമ്മൾ വെക്കുന്നു. അത് നല്ലൊരു റേറ്റ് വരുമ്പോൾ അവർ സെൽ ഓഫ് ചെയ്യുന്നു, വീണ്ടും താഴെ ഒരു കറക്ഷൻസ് വരുമ്പോൾ വീണ്ടും ബൈ ചെയ്യുന്നു. പക്ഷെ സാധാരണ ട്രേഡർമാരാണെങ്കിൽ ഒരിക്കലും
ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. വെച്ചാൽ അവരുടെ മനസ്സിൽ എപ്പോഴും മാർക്കറ്റ് ഏത് സമയവും ഡൗൺ ആവും, അപ്പോൾ അധികം നേരം കയ്യിൽ വെച്ചിരിക്കില്ലത്. അങ്ങനത്തെ ഒരു ട്രെൻഡാണ് കാണാം. പക്ഷെ മൈനിങ് ഈ കമ്പനികൾ, അതായത് ഇപ്പോൾ ഈ ഓസ്ട്രേലിയ പോലൊക്കെയുള്ള ഈ ആഫ്രിക്ക, ഓസ്ട്രേലിയ, കാനഡ ഒക്കെ പോലുള്ള വലിയ വലിയ മൈനിങ് കമ്പനീസുകളുണ്ട്. അവർ ഈ ഒരു അവസരം, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 1 ഗ്രാം സ്വർണം നമ്മൾക്ക് മൈൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം $1200 തുടങ്ങിയിട്ട് $1500 വരെയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അതിലെല്ലാതും, അതായത് ഇപ്പോൾ ലേബർ കോസ്റ്റ്, ഫ്യൂവൽ, എല്ലാം, ടാക്സ് എല്ലാം അതിൽ പെടും. പക്ഷേ ഈ വില കൂടിയ ഒരു സാഹചര്യത്തിലുണ്ട്. പണ്ടൊക്കെ പല മൈനിങ് കമ്പനികൾ നഷ്ടത്തിലാണെന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഈ ഗോൾഡിൻ്റെ റേറ്റ് കൂടിയപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ ഔൺസിനും $1000 വെച്ചിട്ട് അവർക്ക് മാർജിൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുവിധം മൈനിങ് കമ്പനികളൊക്കെ വളരെയധികം ലാഭത്തിലാണ് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സൈലന്റ് സൂപ്പർ വിന്നേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗോൾഡ് മൈനിങ് കമ്പനീസ്. പിക്ചറില്ല, അവരെ നമ്മൾ ഒരിക്കലും ആലോചിക്കുന്ന പോലും ഇല്ല നമ്മൾ. ഹരീഷ് സാറിലേക്ക് വരികയാണ്. ഹരീഷ് സാർ, പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ ഗോൾഡിനെ കുറിച്ചൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് എന്ന നിലയിൽ ഏതൊക്കെ ഡിജിറ്റൽ ഗോൾഡ് ഓപ്ഷൻസ് ആയിരിക്കും താങ്കൾ പ്രധാനമായിട്ടും ഒരു ഇൻവെസ്റ്റർക്ക് സജസ്റ്റ് ചെയ്യുക? ഞാനത് നേരത്തെ പറഞ്ഞു, ഡിജിറ്റൽ ഗോൾഡ് എന്നുള്ളത് ഒരു നിക്ഷേപ സാധ്യതയായിട്ട് നമ്മൾ പറയുന്നില്ല. ഡിജിറ്റൽ ഗോൾഡിലുള്ള എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഒരു നിക്ഷേപ സാധ്യതയാണ്. ഒപ്പം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ, ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ അവൈലബിൾ ആണ്. ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറയും. പിന്നെ ഗോൾഡും സിൽവറും കൂടെയുള്ള മിക്സ് ആയിട്ടുള്ളതുണ്ട് സിൽവർ ETF ഉണ്ട്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ മൈനിങ് കമ്പനികൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മൈനിങ് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ അവൈലബിൾ ആണ്. DSPയുടെ വേൾഡ് മൈനിങ് ഫണ്ട് അവൈലബിൾ ആണ്. സോ ദാറ്റ് ഇസ് ബീൻ ബേസിക്കലി മേക്കിംഗ് ഗുഡ് പ്രോഫിറ്റ്സ്. കാരണം ആ കമ്പനികൾ അവരുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന്റെ ഓഹരിയുടെ തത്തുല്യമായ റിട്ടേൺ നമുക്ക് അതിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പൊ അതും ഒരു നിക്ഷേപ സാധ്യതയുടെ കരുതുന്നുണ്ട്. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞതുപോലെ മൈനിങ് പ്രോഫിറ്റ്സ് എന്നും ഒരുപോലെ നിൽക്കണമെന്നില്ല. കാരണം അത് ഹൈ കോസ്റ്റ് ഇന്റൻസീവ് ആണ്. പിന്നെ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ മൈനിങ് ഗോൾഡ് മൈനിങ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചൈനയും റഷ്യയും ആണ്. ഇവര് അവരുടെ തന്നെ ആഭ്യന്തര യൂട്ടിലൈസേഷന് തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതിന്റെ പ്രൈസിംഗ് ഒന്നും വളരെ പുറത്തൊന്നും വരുന്നില്ല, ട്രാൻസ്പെറന്റ് അല്ല. അപ്പോൾ ലിസ്റ്റഡ് കമ്പനികൾ അതിന് പുറത്തേ പോകും. പിന്നെ നമുക്ക് വേറൊരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഷ്യസ് മെറ്റൽസിന്റെ ഉപഭോഗത്തിൽ വരുന്ന ചേഞ്ചുകൾ, കാരണം നമ്മളൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഗോൾഡിനുണ്ടായ ഈ പ്രൈസ് അപ്രീഷിയേഷൻ. ഇത് എന്നും ഇതുപോലെ ഒരു ഹൈ ലെവലിൽ പോകാനുണ്ട്. കാരണം ഗോൾഡ് ഒരു ഹെഡ്ജിങ് ടൂളായിട്ടാണ് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്തത്. ഇൻഫ്ലേഷന് തത്തുല്യമായ റിട്ടേൺ ഇത് വന്നുകൊണ്ടിരിക്കും. ഇന്ന് ഡോളറൈസേഷന്റെ ഭാഗമായി അമേരിക്കയിൽ നിന്നും ആൾക്കാർ മാറ്റി ചെയ്യാനാണ് നോക്കുന്നത്. കാരണം അവര് അപ്പോൾ റിസർവ് ഗോൾഡിൽ ചെയ്യുമ്പോൾ ഈ ഹൈ റിസർവ് ഉള്ള അമേരിക്ക അതിന്റെ പ്രൈസ് ഡിസ്ട്രപ്ഷൻ വരുത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഗവർണറുടെ അനൗൺസ്മെന്റ് തന്നെ വന്നപ്പോൾ അദ്ദേഹം ഒരു ഹോക്കിഷ് ആയിട്ടുള്ള, കാരണം ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്ന സമയത്ത് RBI അവരുടെ കമ്മിറ്റി മെമ്പർ ആയിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസിഡൻസ് ഉണ്ട്. ആൻഡ് ആസ് വെൽ ആസ് അവിടെ ട്രംപും ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫെഡ് ചെയർമാൻ പവലുമായിട്ട് വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായി. അവർ തമ്മിൽ കേസുകൾ തന്നെ കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ വന്ന് വളരെ ഒരു കാരണം ഒരു സാമ്പത്തിക ശക്തി എന്നുള്ള രീതിയിൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള പോളിസി ഡിസിഷൻസ് ആണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് 4.2 എന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ്സിൽ അത് സർവൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ദേ മൈറ്റ് ബി കമ്മിങ് ഡൗൺ ദ ഇൻട്രസ്റ്റ് റേറ്റ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡോളർ കുറച്ചുകൂടെ സ്ട്രെങ്ത് ആവാനും ഇക്വിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആവാനും സാധ്യത ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ സേഫ് ഹെവൻ എന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്സിൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും മാറ്റി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യവും പറയുന്നത് നമുക്കൊരു 10 to 15% അബോവ് ഇതിലുള്ള നിക്ഷേപങ്ങൾ ചെയ്യുന്നത് നല്ലതല്ല. പക്ഷെ അതേ സമയത്ത് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ലൈക്ക് ETF, മ്യൂച്വൽ ഫണ്ട്സ് ഇങ്ങനെയുള്ളത് വഴി ചെയ്യുന്നതാണ് എപ്പോഴും അഭികാമ്യം. കാരണം അതിൽ GST പോലും ഇമ്പാക്ട് ചെയ്യപ്പെടത്തില്ല.
നമ്മളിപ്പോൾ ഈ ഗോൾഡിൻ്റെ ഒരു റാലി സംസാരിച്ചപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറീസ് പറഞ്ഞു. ഇതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട്. കാരണം ഗോൾഡിൽ ഇത്രയധികം ശക്തമായിട്ടൊരു മുന്നേറ്റം വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ഗോൾഡിൽ ഈ ഒരു ജുവലേഴ്സിനെ സംബന്ധിച്ചിട്ട് അവരെ സംബന്ധിച്ച് വലിയ തോതിലൊരു പ്രഷറാണ് നേരിടുന്നത്. ഇപ്പോൾ നേരത്തെ സബീന മാം സൂചിപ്പിച്ചതുപോലെ കൺസ്യൂമർ ഡിമാൻഡ് കൂടിയാൽ പോലും അതിൻ്റെ ഒരു അളവ് കുറയ്ക്കാൻ സ്വാഭാവികമായിട്ടും അത് അവരുടെ മാർജിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു കോസ്റ്റ് പ്രഷറിനെ എങ്ങനെയായിരിക്കും ഒരു ജുവലർ അഡ്രസ്സ് ചെയ്യേണ്ടത്? ഹരീസാനോടാണ്. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അപ്പോഴാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു വലിയ ചേഞ്ച് ഗോൾഡിന്റെ പ്രൈസിൽ കണ്ടത്. അപ്പൊ ഇന്ന് ആ ഒരു പോയിന്റിൽ കൺസംഷൻ കുറഞ്ഞു. ആക്ച്വലി ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി പർച്ചേസ് കുറഞ്ഞു. പക്ഷേ ഇൻ ടേംസ് ഓഫ് വാല്യൂ പർച്ചേസ്, അതായത് ക്വാണ്ടിറ്റിയിൽ നമുക്കൊരു 11% ഡ്രോപ്പ് വന്നപ്പോൾ നെറ്റ് ക്വാണ്ടിറ്റിയിൽ 30%, നെറ്റ് വാല്യൂവിൽ 30% ഇൻക്രിമെന്റ് ആണ് ഉണ്ടായത്. കാരണം പ്രൈസ് കൂടി. അപ്പൊ ജ്വല്ലറി സംബന്ധിച്ച് അവരുടെ സ്റ്റോക്കുകളുടെ ഇൻവെന്ററി ലെവലിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സിൽ ചേഞ്ചസ് വരുത്തേണ്ടി വരുന്നുണ്ട്. ആൻഡ് ഇൻ ടേംസ് ഓഫ് കൺസംഷൻ ഓൾസോ പാറ്റേൺ ചേഞ്ച് ചെയ്തു. ജ്വല്ലറി അതായത് ഓർണമെന്റൽ ഫോമിൽ നിന്നും ആൾക്കാർ കൂടുതലും കോയിനിലും ബിസ്ക്കറ്റിലും ചെയ്തു തുടങ്ങി. ഒപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം അഡ്രസ് ചെയ്യേണ്ടത്, കാരണം ജ്വല്ലറീസ് ഈസ് നോട്ട് ഓൺലി സെല്ലിംഗ് ഗോൾഡ് അല്ലോ, അവര് മറ്റുള്ള പ്രഷ്യസ് മെറ്റൽസും ഇപ്പോൾ ഹൈ ക്വാളിറ്റി ജെംസ് ആൻഡ് ജ്വല്ലേഴ്സും മറ്റെല്ലാം ചെയ്യുന്നു. ഇത് എക്സ്പോർട്ടിംഗ് മാർക്കറ്റും വലുതായിട്ട് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇന്ത്യ, യൂറോപ്പ് ഒരു വലിയൊരു മാർക്കറ്റാണ്. ഇപ്പൊ ഈ FTA ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ് അതിൽ വരുത്തുന്ന ചേഞ്ചസ് ഇത് നമുക്കൊരു വലിയൊരു എക്സ്പോർട്ടിംഗ് മാർക്കറ്റ് ഇവിടെ തുറന്നു തരികയാണ്. കാരണം ഇപ്പോൾ ആന്റ്വർപ്പ് പോലെയുള്ള സ്ഥലങ്ങൾ മെജോറിറ്റി ഓഫ് ഇന്ത്യൻസ് ആർ വർക്കിംഗ്. കാരണം ഈ വേൾഡിലെ തന്നെ ജെംസ് ആൻഡ് ജ്വല്ലറി ബിസിനസിന്റെ ഒരു 80% കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യൻസ് ആണ്. അപ്പൊ അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ചേഞ്ചസ് ഒരു ചെറിയൊരു അബ്സർപ്ഷൻ വരുന്നതേ ഉള്ളൂ. അത് ഏതൊരു ബിസിനസിന്റെയും പാർട്ടായിട്ട് വരുന്നതാണ്. അപ്പൊ അത് ഒരു ബിസിനസ് അനലിസ്റ്റിനെ സംബന്ധിച്ച് അവരത് ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്ത് ഈ ഒരു കണ്ടീഷൻ സെയിൽ ത്രൂ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിലും അതിന്റെ നല്ല രീതിയിലുള്ള കാരണം ഗവൺമെന്റ് അത് അഡ്രസ് ചെയ്യുന്നുണ്ട്. സബീന മാമിലേക്ക് തിരിച്ചു വരികയാണ്. മാം, അവസാനമായിട്ട് ഇപ്പം പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് മാമിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇനി എങ്ങനെയാണ് സ്വർണ്ണത്തെ ഹാൻഡിൽ ചെയ്യേണ്ടത്, നിക്ഷേപം എന്ന നിലയിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഒരു അഡ്വൈസ് പോലെ? അതായത് ഓരോ കറക്ഷൻസിലും നമ്മളുടെ വരുമാനത്തിനനുസരിച്ചിട്ട്, അതായത് നമ്മൾ ഇപ്പോൾ പല സെക്ടറുകളുണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആയാലും കുറേ ഇതിൽ നമ്മൾക്ക് നിക്ഷേപിക്കാം. പക്ഷേ അതിലേറ്റവും കൂടുതലായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുക അത് ചെറിയ ചെറിയ തുകകളാണെങ്കിലും ESI. ഇപ്പോൾ നമുക്ക് വലിയ വലിയ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഗോൾഡ് റേറ്റ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും മാറി നമ്മൾക്ക് ഇപ്പോൾ ഒരു 500 റുപ്പീസ് ആയാലും 1000 റുപ്പീസ് ആയാലും നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും അതായത് ഇന്നത്തെ വിലയാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എന്നത് ആ ഒരു വിശ്വാസത്തിൽ തന്നെ. അതായത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ക്യാഷ് ഇപ്പം നമ്മളുടെ കയ്യിൽ ഇപ്പം നമ്മളൊരു 1,00,000 രൂപ നമ്മളുടെ കയ്യിൽ നമ്മൾ വെച്ചെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 50,000 നമ്മളുടെ കയ്യിലുണ്ട്. അത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ പർച്ചേസിങ് പവർ കുറയാണ്. അതേസമയം ഞങ്ങൾ 1,00,000 രൂപയ്ക്ക് ഇന്ന് ഗോൾഡ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നാളെ ഞങ്ങൾക്കത് 2,00,000 രൂപയ്ക്ക് ഒരു അസറ്റായി മാറിക്കൊണ്ടിരിക്കും അത്. ഏതായാലും നമുക്കടുത്തായിട്ട് ഇന്നിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ക്ലോസിംഗ് അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ ക്ലോസിംഗ് അപ്ഡേറ്റുമായിട്ട് എത്തുന്നത് റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിലാണ്. നിഖിൽ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് ഡേക്ക് ശേഷമുള്ള മാർക്കറ്റിൻ്റെ ഒരു ക്ലോസിംഗ് എങ്ങനെയാണ്? സെക്ടേഴ്സിൽ ഏതെങ്കിലും സെക്ടേഴ്സിനൊരു ബെനിഫിറ്റ് കണ്ടിട്ടുണ്ടോ? അല്ല, നമ്മൾ ആദ്യം തന്നെ നിഫ്റ്റിയിലേക്ക് കടക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി ഒട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ STTയിലൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ ആ ഒരു ടാക്സ് വർദ്ധിപ്പിച്ചു, അതായത് 0.02% നിന്ന് 0.05% ആക്കിയിട്ട് F&O സെഗ്മെൻറ്റിലെ STT ടാക്സ് നിലവിൽ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് കനത്ത തിരിച്ചടി തന്നെയാണ് വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 1.96% ഒരു ഇടിവാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി 50ക്ക് ഉണ്ടായിരിക്കുന്നത്. 24,825 എന്ന് പറയുന്ന ഒരു ലെവലിലാണ് ക്ലോസും ചെയ്തിരിക്കുന്നത്.
ചെയ്തിരിക്കുന്നത്. അതായത് വിപണിയെ സംബന്ധിച്ചിടത്തോളം 25,000 എന്ന് പറയുന്ന ആ ഒരു സൈക്കോളജിക്കൽ ലെവൽ നിലവിൽ ഇപ്പോൾ കൈവിട്ടിരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണുള്ളത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ 45 ഓഹരികൾ ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വെറും 5 ഓഹരികൾക്ക് മാത്രമേ ഇന്നിപ്പോൾ നേട്ടത്തിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളൂ എന്നൊരു പെർഫോമൻസ് കൂടിയാണ് നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും ഏകദേശം 2%-ഓളമുള്ളൊരു ഇടിവ് നിഫ്റ്റി ബാങ്കിലും ഉണ്ടാകുന്നു. ബാങ്കിങ് സൂചികയിലാകെ 12 ഓഹരികളാണുള്ളത്. ഈ 12 ഓഹരികളുടെക്കും ഇന്നിപ്പോൾ ഒരു ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നിർമ്മല സീതാരാമൻ തൻ്റെ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചത് ഇന്ത്യയിലെ ബാങ്കിങ് മേഖല ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അതിനെ ശക്തപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ചില നമ്പേഴ്സ് പരിശോധിക്കുമ്പോൾ അത് വളരെ ശരിയുമാണ്. ഇപ്പോൾ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് പരിശോധിക്കുകയാണെങ്കിലും നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ തന്നെയാണ് നിലവിലിപ്പോൾ ബാങ്കിങ് മേഖല നിലനിൽക്കുന്നത്. നിലവിലിപ്പോൾ ഈ ഒരു ബജറ്റിൽ ഉണ്ടായിരിക്കുന്ന ഒരു പരാമർശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലിപ്പോൾ ബാങ്കിങ് മേഖലയിൽ പുതുതായിട്ടുള്ള ഒരു ഹയർ കമ്മീഷൻ വരാൻ വേണ്ടിയിട്ട് പോകുന്നു. ബാങ്കിങ് മേഖലയുടെ കൂടുതൽ ഗ്രോത്തും മറ്റ് കാര്യങ്ങളുമൊക്കെ ഏത് രീതിയിലായിരിക്കണം ഇനി തുടരുക എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മേഖലയിൽ നിന്നായിരിക്കും ഇനി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുക. ആ ഒരു കമ്മിറ്റി ആയിരിക്കും തീരുമാനിക്കപ്പെടുക എന്നൊരു വാർത്തകൾ വരുന്നു. എന്നാലും നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ വിപണി ഇതിനോട് ഒട്ടും പോസിറ്റീവായിട്ട് അല്ല പ്രതികരിച്ചിരിക്കുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ 2% ഒരു ഇടിവ്, പോയിന്റ് ടേംസിൽ പറയുകയാണെങ്കിൽ 1193 പോയിന്റുകളുടെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 58,417 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിലും ഇന്നിപ്പോൾ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്ന ഏക മേഖല എന്ന് പറഞ്ഞെങ്കിൽ അത് IT ആണ്. IT-യിൽ നിന്ന് തന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ഉണ്ടായിരിക്കുന്നത് ഇന്നിപ്പോൾ വിപ്രോയുടെ ഭാഗത്ത് നിന്നാണ്. വിപ്രോ ഏകദേശം 2% മുകളിലുള്ളൊരു നേട്ടം നിലവിലിപ്പോൾ വിപ്രോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടാറ്റ കൺസൾട്ടൻസി സർവീസ് TCS-ന്റെ ഓഹരിയിലേക്ക് വരികയാണെങ്കിലും 1.80% ആയിരുന്നു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഫാർമ കമ്പനി ആയിട്ടുള്ള സിപ്ലയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.44% ഒരു നേട്ടം, സൺഫാർമയ്ക്കും 0.5% മുകളിൽ 0.61% ഒരു നേട്ടവും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങളും മറ്റുമൊക്കെയായിരുന്നു ഉണ്ടായി വന്നത് എന്നതൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിലും അതിൽ നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ള ഏക സൂചിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി IT ആണ്. 0.57% ഒരു നേട്ടമാണ് നിഫ്റ്റി IT രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 217 പോയിന്റുകളോളമുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 38,252 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി IT-യെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്ടോറിയൽ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു കനത്ത നിരാശ സമ്മാനിച്ചിരിക്കുന്നത് PSU ബാങ്ക് സൂചികയാണ്. PSU ബാങ്ക് ഏകദേശം 5.57% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8,517 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി PSU ബാങ്ക് സൂചികയിലും ഇന്നിപ്പോൾ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. PSU ഓഹരികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ PSU-യെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ഓഫ് ഇന്ത്യ ഏകദേശം 8.59% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 7.65% ഇടിവ്, ബാങ്ക് ഓഫ് ബറോഡ 7.30%, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 6.54%, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ 6.30%-ൻ്റെയും ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്നത്തെ ട്രേഡിങ്ങിൽ നിലവിലിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് കടക്കുകയാണെങ്കിലും അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു പ്രകടനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടിയാണ് കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. മെറ്റൽ മേഖലയിലേക്ക് കടക്കുകയാണെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് അല്ല. ഏകദേശം 4% മുകളിലുള്ളൊരു ഇടിവാണ് നിഫ്റ്റി മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ഒരു രണ്ടാമത്തെ സെഷനിലാണ് വലിയ രീതിയിലുള്ളൊരു ഇടിവ് തന്നെ രേഖപ്പെടുന്നത്. 11,348 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇന്നിപ്പോൾ മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലോസിംഗും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വെൽസ്പൺ കോർപ്പറേഷൻ്റെ ഓഹരികൾക്ക് ഏകദേശം 0.38% ഒരു നേട്ടം രേഖപ്പെടുത്തിയത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാൻ കോപ്പറിനെ സംബന്ധിച്ചിടത്തോളം 13% മുകളിലുള്ള ഇടിവുണ്ടാകുന്നു. ഹിന്ദുസ്ഥാൻ സിങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 7.25% മുകളിൽ, അതായത് വെള്ളിവില പരിശോധിക്കുകയാണെങ്കിൽ കനത്ത രീതിയിലുള്ള ഒരു കറക്ഷൻ നേരിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നിലവിൽ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്കിൽ കാണാൻ സാധിച്ചത്. കോപ്പർ വില പരിശോധിക്കുകയാണെങ്കിലും ആഗോളതലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് കോപ്പർ വിലയിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമാനമായിട്ടുള്ള ഒരു ട്രെൻഡ് ഹിന്ദുസ്ഥാൻ കോപ്പറിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ചില ട്രേഡിംഗ് ദിനത്തിലൊക്കെ തന്നെ ഏകദേശം ഇൻട്രാഡേ ഹൈ ടച്ച് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പറും പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നിപ്പോൾ വലിയ രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നിലവിലിപ്പോൾ ഹിന്ദുസ്ഥാൻ കോപ്പറിലേക്ക് നിലവിലിപ്പോൾ കടന്നു വന്നിരിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അടുത്തതായിട്ട് ബഡ്ജറ്റ് സ്പെസിഫിക് ആയിട്ട് കടക്കുകയാണെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ പോസിറ്റീവായിട്ട് എടുത്തു പറയേണ്ട ഒരു 10 കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ ഇലക്ട്രോണിക് കോമ്പോണന്റ് മാനുഫാക്ചറിംഗ് കമ്പനികൾക്കൊക്കെ തന്നെ ഏകദേശം 40,000 കോടി രൂപയുടെ പുതിയ ഒരു സ്കീം അലോട്ട് ചെയ്തിരിക്കുന്നു എന്നത് വളരെ പോസിറ്റീവാണ്. SME സെഗ്മെന്റിനൊക്കെ തന്നെ 10,000 കോടി നൽകിയിരിക്കുന്നു. റെയർ എർത്ത് സെഗ്മെന്റിന് പരിശോധിക്കുകയാണെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള
ഒരു കാര്യം തന്നെയാണ്. എന്നാൽ വിപണിയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഗ്രോസ് ബോറോയിങ് പരിശോധിക്കുകയാണെങ്കിൽ 16.5 ലക്ഷം കോടി രൂപയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അവിടെ നിന്ന് 17.2 ലക്ഷം കോടി രൂപ ആവശ്യമായി വരുമെന്ന് പറയുന്നു. കൂടാതെ STT അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ടോൺ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് കൂടി ഇന്നത്തെ ബജറ്റിൻ്റെ കാരണങ്ങളായിട്ട് ഉണ്ട് എന്നൊരു കാര്യം കൂടിയാണ് ബജറ്റ് മാർക്കറ്റിൻ്റെ ഒരു ക്ലോസിംഗ് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു ദ ഷോ ബിഗ് ബി. നമുക്കിനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് അപ്പ് ആണ്. അതായത് ടാക്സിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകണമെന്ന് നമ്മുടെ കൂടെ സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടായ ഷോണോ ജോൺ ജോസഫാണ്, പാർട്ട്ണർ DPSM ആൻഡ് കമ്പനി. ഷോണോ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നമ്മൾ ഷോണോ ആണ് ശരിക്കും പറഞ്ഞാൽ ഷോ സ്റ്റോപ്പർ എന്ന് പറയുന്നത്. അതായത് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് എക്കണോമി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗ്ലോബൽ ട്രേഡിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് സംസാരിച്ചു, ക്യാപിറ്റൽ മാർക്കറ്റ് സംസാരിച്ചു, പ്രഷ്യസ് മെറ്റൽ സംസാരിച്ചു, കൊമോഡിറ്റി സംസാരിച്ചു, ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിച്ചു. ഇനി അത് എൻഡ് ചെയ്യണത് ടാക്സ് ആണ്. കാര്യം എല്ലാം ഫൈനലി കൾമിനേറ്റ് ചെയ്യുന്നത് ഒരു കൊല്ലം അവസാനമാകുമ്പോൾ നമ്മൾ എത്ര ഗെയിൻ ചെയ്തു എത്ര ലൂസ് ചെയ്തു എന്നുള്ളതാണ്. അവിടെയാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ റെലവൻസ് വരുന്നത്. അതും ഷോണോനെ പോലെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടും പ്രിവിലേജ് ആയിട്ടും ഞാൻ കൺസിഡർ ചെയ്യണമെന്നുള്ളതാണ്. ഷോണോ, ഇപ്പോൾ ഒരു ബിറ്റ് ഓഫ് സർക്കാസം, അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ബഡ്ജറ്റിനെ കാണുകയാണെങ്കിൽ ഒരു ബഡ്ജറ്റ് സ്റ്റോക്ക് മാർക്കറ്റിനെ ഇഗ്നൈറ്റ് ചെയ്യാനോ ട്രിഗർ ചെയ്യാനോ മാത്രമുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അത് ഒരു പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡിസസ് ലെവൽ അത് കാണിക്കുന്നുണ്ടെന്നുള്ള. എന്നാൽ കോമൺ മെന്നെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റും അത് കൂടാതെ തന്നെ ഒരു ഫിസ്ക്കൽ പ്രൂഡൻസ് എന്നുള്ള രീതിയിൽ, അതായത് ഒരു ഫിസ്ക്കൽ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഫിസ്ക്കൽ ഡിസിപ്ലിൻ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഗവൺമെൻറ് അതിൻ്റെ ബഡ്ജറ്റ് ഹാൻഡിൽ ചെയ്യുകയും ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ്. എന്നാലും സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും മറ്റുള്ള കാര്യങ്ങളിൽ ഒരു ഇളവാണെങ്കിൽ അത് നടന്നില്ല എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ് എന്നുള്ള ഒരു സർക്കാസം എന്നുള്ള രീതിയിൽ ഞാൻ തുടങ്ങി വയ്ക്കുന്ന ഒരു കാര്യം വെച്ചാൽ നമുക്കിപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടെന്ന് വെച്ചാൽ എന്താണോ ബഡ്ജറ്റ് കഴിഞ്ഞ് ചീപ്പർ ആവുന്നത് കോസ്റ്റ്ലി ആവുന്നതെന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ചീപ്പറായിട്ട് വന്നത്? ക്യാൻസർ ഡ്രഗ്സ്, ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ബാറ്ററീസ്, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ്, സോളാർ പാനൽ, സ്മാർട്ട് ഫോൺ, ലെതർ എക്യുപ്മെൻറ്റ് ആൻഡ് മൈക്രോവേവ് ഓവൻ. ഇത്രയും സാധനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ചീപ്പറായിട്ട് വില കുറഞ്ഞായിട്ട് കാണുന്നത്. എന്താണ് വില കൂടിയത്? സ്റ്റോക്ക് മാർക്കറ്റാണ് വില കൂടിയത്. അതായത് STT ആണ് വില കൂടിയത്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യണ ഒരു അഫെയർ എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിട്ട് മാറി എന്നുള്ളതാണ് ആ സർക്കാസം. അതായത് കൂടിയ സാധനങ്ങളിൽ ഒന്ന് മാത്രമേ ഉള്ളൂ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, കുറഞ്ഞ സാധനങ്ങളിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ പറയാനായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സർക്കാസത്തിലാണ് കാര്യങ്ങൾ എൻഡ് ചെയ്യണമെന്നുള്ള. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കണം നമ്മൾ ആഗ്രഹിച്ചു. അതിലൊരു ടിങ്കറിങ് വരണമെന്നും എക്സ്പെക്ടേഷനും ഉണ്ടായിരുന്നു. എന്നാൽ ഒന്നും തന്നെ സംസാരിക്കാനില്ല. ഒരു പ്ലെയിൻ ട്രൂത്ത് പറയുകയാണെങ്കിൽ ഷോണോ, നമുക്ക് വലിയ രീതിയിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നും തന്നെ നടന്നില്ല എന്നുള്ള. ഇപ്പം നമ്മളൊരു ബഡ്ജറ്റ് ഹൈലൈറ്റ്സിൽ ടാക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ഇൻകം ടാക്സ് ലാബ്സിൽ ഒരു ചേഞ്ചും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ കൊല്ലം നിന്നിരുന്ന അതേ സാധനം കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് 12 ലക്ഷം വരെ ഒരു ഇൻകം ടാക്സിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത് അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ള. രണ്ടാമത് GSTയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ പ്രിമൈസിലല്ല GST എന്ന് പറയുന്നത്. GST എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിൻ്റെ പുറത്തായി, അതായത് പുറം വശത്താണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. അത് GST കൗൺസിലാണ്. സെപ്റ്റംബറിൽ നല്ല രീതിയിലുള്ള റാഷണലൈസേഷൻ വന്നു. 90-95% പ്രോഡക്ട്സിന് നല്ല രീതിയിൽ ഗണ്യമായ വില കുറഞ്ഞു എന്ന് ഞാൻ പറയില്ല. ഗവൺമെൻറ്റിൻ്റെ ആ ടാക്സിൻ്റെ ഇനത്തിൽ വില കുറഞ്ഞു. സാധനങ്ങളുടെ വില കുറഞ്ഞോ ഇല്ലേ എന്നുള്ളത് ഇപ്പോഴും ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് എന്നുള്ളത്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ എത്രയോ കൊല്ലം ഡെക്കേഡ് ഓൾഡ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ആക്ട് 1961 അത് ഒരു ഹിസ്റ്ററിയായി മാറി. ഇപ്പോൾ വന്നിരിക്കുന്നത് ഇൻകം ടാക്സ് ആക്ട് 2025 വിത്ത് എഫക്ട് ഫ്രം 1 April 2026. അതാണ് ശരിക്കും പറഞ്ഞാൽ ലാൻഡ് മാർക്കായിട്ടും ഹിസ്റ്റോറിക് ആയിട്ടുമുള്ള കാര്യം. അതായത് ഞങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് അത് പറയാൻ ഏറ്റവും നല്ലത്. ഞാൻ അതിലേക്ക് വരാം ഷോണോയിലേക്ക്. നമ്മൾ എന്തും പറയുമ്പോൾ എന്ത് കാര്യങ്ങളും നമ്മൾ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സ് 1961 ഉള്ള ആക്ട് പ്രകാരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഷോണോയെ പോലത്തെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ അത് പറയില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് ഈ പറയുന്ന പോലെ റിവൈസ്ഡ് ആയിട്ടുള്ള റിട്ടേൺ ഡെഡ് ലൈൻ. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു റിവൈസ്ഡ് ആയിട്ട് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടുള്ള ഫയലിങ്ങോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്ത് March 31 വരെ ആക്കി എന്നുള്ളത് വേറൊരു പോയിന്റ്. പിന്നെ വരുന്നത് ഫോറിൻ അസറ്റ് ഡിസ്ക്ലോഷർ. അതായത് നമ്മളിപ്പോൾ ഒന്നില്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് മൾട്ടിനാഷണൽ കമ്പനിക്ക് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എബ്രോഡായിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ രാജ്യത്ത് റിസൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിക്കാണാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കാര്യത്തിന് പൈസ ഏൺ ചെയ്ത് കാണാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കമ്പനിയുടെ ESOPs ബൈ ചെയ്യുന്നതായിട്ടുണ്ട്.
ഇതിനെ നമ്മൾ ഫോറിൻ അസറ്റ്, അതായത് ഇന്ത്യൻ സിറ്റിസൺസ് ഹോൾഡ് ചെയ്യുന്ന ഫോറിൻ അസറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ ഒരു വ്യക്തി ഈ ഫോറിൻ അസറ്റ്സ് ഡിക്ലെയർ ചെയ്യാൻ മറന്നു എന്ന് വിചാരിക്കുക, അവിടെ ഈ പറഞ്ഞ പോലെ ഒരു അസറ്റ് ഡിസ്ക്ലോഷർ സ്കീം കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു 6 month വിൻഡോനകത്ത്, അതായത് 5 കോടി വരെയുള്ള അസറ്റ്, അത് ബാങ്ക് അക്കൗണ്ട് ആയിക്കോട്ടെ, ESOPs ആയിക്കോട്ടെ, ഒരു നോമിനൽ ഫീ 1 lakh അടച്ചാൽ മതി എന്ന് പറയുന്ന ഒരു നല്ല ഡിസിഷനും കൂടെ വന്നിട്ടുണ്ട് എന്നുള്ള. എന്നാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും മോശകരമായിട്ടും നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത്, എന്താണോ ടിങ്കറിങ് പോസിറ്റീവ് സൈഡിൽ പ്രതീക്ഷിച്ചത്, അതിന് നേരെ വിപരീതമായി STTക്ക് മേൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കൂട്ടിയിരിക്കുന്നു എന്നുള്ളത്. അതായത് ഫ്യൂച്ചേഴ്സിൽ 150%, അതായത് 0.02 നിന്ന് 0.05 ആക്കുകയും ഓപ്ഷൻസിൽ 50% കൂട്ടി എന്നുള്ളത് മാർക്കറ്റിനെ വലിയ രീതിയിൽ എൻ്റർടൈൻ ചെയ്തില്ല, അമ്യൂസ് ചെയ്തില്ല. അത് മാർക്കറ്റിനെ നല്ല രീതിയിൽ താഴോട്ട് വലിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഒരു ബഡ്ജറ്റ് ഹൈലൈറ്റ്സ് എന്ന രീതിയിൽ ടാക്സ് എന്ന ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ. എനിക്കൊന്ന് ആദ്യമായിട്ട് ഷോണോനോട് ചോദിക്കാനുള്ളത്, നിങ്ങളെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചതും, അതായത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ മീൻ ജോബ്, ഇറ്റ്സ് എ ടഫ് അഫെയർ. ഒരു എന്താ പറയുക, ഒരു IASO അല്ലെങ്കിൽ IPS പഠിക്കുന്ന പോലെ തന്നെ ഒരു എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കൊല്ലം പഠിക്കുന്നതല്ല അടുത്ത കൊല്ലം പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രാത്രിയൊക്കെ എണീറ്റിരിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും കാണാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡെക്കേഡ് ഓൾഡ് ആക്ട് ആയിട്ടുള്ള 1961, അത് മാറിയിട്ട് ഇൻകം ടാക്സ് ആക്ട് 2025 വന്നിരിക്കുന്നു. ഇതൊരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഡിസിഷൻ, ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഡിസിഷൻ. ഇനി നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളിലും വ്യത്യാസം വരുന്നതായിട്ടുള്ള ഡിസിഷൻ. എന്താണ് ഷോണോന് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇൻകം ടാക്സ് ആക്ട് 1961 അതിനിപ്പോൾ ചരിത്രം തന്നെയാണ്. അത് നമുക്കിനിയിപ്പം ഈ കൊല്ലം മുതൽ ഇൻകം ടാക്സ് ആക്ട് 2025 എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ രാജ്യത്തിൻ്റെ ടാക്സിൻ്റെ നിയമത്തിലുണ്ടായ ഒരു മാറ്റം, അത് 1961 എന്നൊരു ആക്ട് മാറി 2025 വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് മാറ്റമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പ്രൊവിഷൻസ് എല്ലാം തന്നെ വലിയ കാര്യമായ മാറ്റങ്ങൾ സാധാരണ ഒരു ജനത്തിന് ഉണ്ടാവുന്ന ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഈ 1961 ആക്ട് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തമാശ രൂപേണ പറയും, ഇൻകം ടാക്സ് ആക്ട് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട്. പല പല തമാശകളുണ്ട്. അതായത് ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യരുത്, രാജ്യത്തിൻ്റെ ചില നിയമങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം മറുഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഇൻകം ടാക്സ് ആക്ടിനകത്ത് വേറൊരു കാര്യം പറയും. അപ്പോൾ ഈ ടാക്സ് നിയമം പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് ഒരു പല ഫോറിൻ സിറ്റിസൺസ് പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ടാക്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് വായിച്ചു തുടങ്ങുമ്പോഴത്തേക്കും മറുഭാഗത്ത് എത്തുമ്പോഴത്തേക്കും അത് വേറൊരു കാര്യം കോൺട്രഡിക്ടറി വരുന്നു. പക്ഷെ അത് അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംവിധാനം അനുസരിച്ച് കൺസിസ്റ്റൻസി ഇല്ല അല്ലേ? അങ്ങനെയായിരുന്നു. അത് കാലാകാലങ്ങളായിട്ട് അമെൻഡ് ചെയ്ത് വന്നു. അതെല്ലാം ഇപ്പം മാറ്റിയിട്ട് എല്ലാ അമെൻമെന്റും കൂടെ ഒരു സ്ഥലത്ത് കാണുന്ന രീതിയിലുള്ള ഒരു മാറ്റം, സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിങ് തരം തിരിച്ച് ഇത് വായിച്ച് മനസ്സിലാക്കുന്നത് ഇനി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം പോസിബിൾ ആയിരുന്നില്ല പഴയ ഒരു ആക്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതാണ് ഒരു മാറ്റം വന്നേക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ സംസാരിച്ച് തുടങ്ങുക എന്ന് പറയും, ഞങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽസ് സംസാരിച്ച് തുടങ്ങുന്നതിനേക്കാൾ ഉപരി സാധാരണക്കാർ ഇനിയിപ്പോൾ ഇൻകം ടാക്സ് സംസാരിക്കാൻ സാധിക്കും. അത് ഒരു പോസിറ്റീവ് മാറ്റമാണ്. അപ്പോൾ ഒരു സാധാരണക്കാരനെ ഇൻകം ടാക്സ് ആക്ട് പോലെയുള്ള കോംപ്ലക്സ് ആയിട്ട് ഒരു പേടിപ്പിക്കുന്ന ഫാക്ടറിനെ കുറച്ചുകൂടി ലഘൂകരിച്ച് ജനത്തിന് കിട്ടി ഇൻകം ടാക്സ് ആക്ട് 2025 വഴി. പിന്നെ പറഞ്ഞ മറ്റു മാറ്റങ്ങൾ, ഒരു കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്ന ടാക്സ് സ്ലാബിലുള്ള മാറ്റം, അങ്ങനെ ഒരു മാറ്റം ഈ കൊല്ലം എക്സ്പെക്ടേഷൻ, അത് പറഞ്ഞ ഒരു വാക്ക് ഞാൻ കടെടുക്കുവാണ്. എക്സ്പെക്ടേഷൻ വാസ് ടു ഹൈ. നമ്മളിപ്പം എന്താ പറയുക, നമ്മുടെ പാർട്ട് 1, ഒരു സിനിമയുടെ പാർട്ട് 1 ഭയങ്കര സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ട് 2 ഉണ്ടാകുന്ന അതൊരു എക്സ്പെക്ടേഷൻ, ഒരു ബാഗേജ് ഉണ്ട്. ആ ഒരു ബാഗേജ് സ്വാഭാവികമായിട്ടും ഈ ബഡ്ജറ്റിൻ്റെ അകത്തും ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ കൊല്ലം ഉണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത അത്രയും ഒരു ബെനിഫിറ്റ്സ് സാധാരണക്കാരന് കിട്ടി. ഈ 12 ലക്ഷം 12.25 ലക്ഷം വരെ ഉള്ള ടാക്സ് എക്സംഷൻ, അങ്ങനെ സിഗ്നിഫിക്കന്റ് ജമ്പ് ആയിരുന്നു. ചരിത്രത്തിൽ ഉണ്ടാവാത്തൊരു മാറ്റമായിരുന്നു. ആ ഒരു മാറ്റം പ്രതീക്ഷിച്ച, ആ ഒരു ശീലം കിട്ടിയ ഒരു ജനം, സാധാരണക്കാര് ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിച്ചത് അതുപോലൊരു മാറ്റം, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നു. അത് നടന്നില്ല. സ്വാഭാവികമായിട്ടും അത് മാർക്കറ്റിലെ ഒരു ഇമോഷണൽ സെന്റിമെന്റ്സ് അത് ഒരു പരിധിവരെ അത് ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അതുകൊണ്ട് തന്നെ അത് താൽക്കാലികമാണോന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടതാണ്. അപ്പോൾ ഷോണോ, ശരിക്കും ഈ പറഞ്ഞ പോലെ
ഇപ്പോൾ ഈ പുതിയൊരു ഇൻകം ടാക്സ് ആക്ട് വന്നു. രണ്ടാമത് ഈ പറഞ്ഞ പോലെ കോംപ്ലയൻസിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു വൈഡൻ ചെയ്തു, ഒരു സ്കോപ്പ് വൈഡനായി. ഒരുപാട് ഇലക്ട്രിക് ഫോർമാറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തി. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നേരിട്ട് തന്നെ നമുക്കങ്ങ് പേയ്മെൻ്റ് ആയി കൊടുക്കാൻ കാര്യം എല്ലാ സാധനവും പ്രിൻറ്റ് ചെയ്ത് വരുന്ന രീതിയിലേക്കായി. ഇത് പൊതുവേ നിങ്ങളുടെ ക്ലയൻസിനെയും മറ്റുള്ളതൊക്കെ നോക്കുമ്പോൾ ഈ ടാക്സ് ഫയലിങ്ങിൻ്റെ പ്രോസസ്സ് സാധാരണ നിങ്ങളുടെ ഏറ്റവും വലിയ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരുന്നത് ഇയർ എൻഡ് ആയിട്ടുള്ള ടാക്സ് ഫയലിംഗ് ആണ്. അത് മാത്രമല്ല നമുക്കറിയാം ക്ലയൻസ് എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് ആണ് ഈ ഫയലിങ്ങിന് വരുന്നതെന്നുള്ളത്. ഇപ്പോൾ ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഇതോടുകൂടി ഈസി ആവില്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ളൊരു മാറ്റം നിങ്ങളുടെ വർക്ക് സ്റ്റൈലിൽ വരുമോ? വർക്ക് സ്റ്റൈലിൽ മാറ്റം വരുന്നതിനേക്കാൾ ഉപരി ഞങ്ങളൊക്കെ പ്രൊഫഷണൽസ് ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെഷീനറിയുടെ ഭാഗം മാത്രമാണ്. അപ്പോൾ നമ്മുടെ വർക്ക് സ്റ്റൈലിന് ഈസി എന്ന് പറയുന്നത് ബിസിനസിന്റെ ഈസിനെസ് ആണ്. ബിസിനസിന്റെ ഈസിനെസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എക്കണോമിയുടെ ഗ്രോത്തിനെ ഡയറക്ട്ലി ബാധിക്കുന്ന ഒരു പോസിറ്റീവ് ഗ്രോത്ത് വരുന്നതാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് വരുന്ന മാറ്റങ്ങൾ ഈ പുതിയ ടാക്സ് റൂള് അനുസരിച്ച് ഒരുപാട് ഈസിനെസ് വരും ഫയലിങ്ങിൻ്റെ അകത്ത്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ചില പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന 1-2 കാര്യങ്ങളും ഈ ബഡ്ജറ്റും തമ്മിൽ ഞാൻ 2-3 ലിങ്ക് ചെയ്ത് ഞാൻ സംസാരിക്കാം. ഒന്ന്, ഫോറിൻ അസറ്റ്സ് ആൻഡ് ഇൻകം ഡിസ്ക്ലോഷർ. കഴിഞ്ഞ മാസം ഡിസംബർ 2025 ഒരുമാതിരി പലർക്കും വന്ന ഒരു ഇൻകം ടാക്സ് നോട്ടീസ് എന്ന് പറയാം, ഡയറക്ട്ലി മെയിൽ ആയിരുന്നു വന്നിരുന്നത്. നിങ്ങൾ ഫോറിനിൽ ഒരു അസറ്റ് ഉള്ളതായിട്ട് കാണപ്പെടുന്നു, പക്ഷേ റിട്ടേണിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഇത് എത്രയും പെട്ടെന്ന് റിട്ടേൺ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ യു വിൽ ബി ഫോഴ്സ്ഡ് ടു പെനാൽറ്റി പ്രോസിക്യൂഷൻ. അപ്പോൾ അത് ഈ ബഡ്ജറ്റിൽ ഇപ്പം വളരെ കൃത്യമായിട്ട് അതിനെ ഫിനാൻസ് മിനിസ്റ്റർ അഡ്രസ് ചെയ്തിരിക്കുകയാണ്. ലൈക്ക് ഒരു 6 മാസത്തെ കാലാവധി കൊടുത്തിരിക്കുകയാണ്. ഈ 6 മാസത്തെ കാലാവധി കൊടുത്തിരിക്കുന്നത് 2 തരംതിരിച്ചിട്ടുണ്ട്. വിദേശത്തുള്ള ഇൻകവും അസറ്റും ഡിക്ലെയർ ചെയ്തവര്, വിദേശത്തുള്ള ഇൻകം ഡിക്ലെയർ ചെയ്തു, അസറ്റ് ഡിക്ലെയർ ചെയ്യാത്തവര്, അങ്ങനെ 2 തരംതിരിച്ചു. ഇൻകമും അസറ്റും സെപ്പറേറ്റ് ചെയ്തു. അതെ, ഇൻകവും അസറ്റും രണ്ടും കാണിക്കാത്തവര്. ഇൻകം മാത്രം കാണിച്ചു, പക്ഷെ അസറ്റ് കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള 2 തരംതിരിച്ചിട്ട് അവർക്കൊരു 6 മാസത്തെ കാലാവധി കൊടുത്തു. ഈ 6 മാസത്തിനുള്ളിൽ ഈ രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാർ 1 ലക്ഷം രൂപ മാത്രം അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കിത് ഡിസ്ക്ലോസ് ചെയ്ത് ബാക്കി പെനാൽറ്റി അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അങ്ങനെയുള്ള ഇതിൽ നിന്നെല്ലാം ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും. ആദ്യത്തെ കാറ്റഗറി ആൾക്കാർക്ക് 30% അവർ ഡിക്ലെയർ ചെയ്യുന്ന ഇൻകത്തിന്റെ ടാക്സ് അടയ്ക്കണം. ഫോറിനിൽ ഒരു ഇൻകം ഉണ്ടായിരുന്നു, ഞാൻ ഡിസ്ക്ലോസ് ചെയ്തില്ല, അത് ഞാൻ ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്ത 30% ഇൻകം ടാക്സ് അടയ്ക്കുക, പ്ലസ് ഒരു 30% അഡീഷണൽ ആയിട്ട് ഒരു പെനാൽറ്റിയും കൂടെ അടയ്ക്കുക. അതോടുകൂടി സകലതും നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നീട് ഞങ്ങൾ നിങ്ങളെ പുറകെ വരില്ല എന്നുള്ള അതോടുകൂടി ഫയൽ അങ്ങ് ക്ലോസ് ചെയ്ത് അങ്ങനെ ഒരു 6 മാസത്തെ വിൻഡോ കാലാവധി കൊടുത്തിരിക്കുന്നു. അത് ടാക്സ് ആംഗിളിൽ നിന്ന് ഈ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും ഇതിനെ പറ്റിയുള്ള അന്വേഷണങ്ങൾ വരും. ഇത് നമ്മളെ ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറയുവാണെങ്കിൽ പലരെയും ബാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന കുട്ടികൾ, സ്റ്റുഡൻസിന് സ്വാഭാവികമായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ഒരു ബേസിക് റിക്വയർമെന്റ് ഉണ്ട്. ഈ പറയുന്ന സ്റ്റുഡൻസ് സ്റ്റേ ബാക്ക് പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പം പലരും തിരിച്ച് ഒന്നെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ തിരിച്ചു വരുന്നവരുണ്ട്. അത് ഒരു കാറ്റഗറി. NRI ആയിട്ടുള്ള പല ആൾക്കാർ തിരിച്ച് നാട്ടിലോട്ട് വന്ന പല ആൾക്കാരുണ്ട്, അവർക്ക് അവിടെ വിദേശത്ത് പല അക്കൗണ്ടുകൾ ഉള്ളവരുണ്ട്. പിന്നെ പാർട്ട് ടൈം ജോലി എടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ പല IT പ്രൊഫഷൻസ് ഡെപ്യൂട്ടേഷനിൽ അങ്ങനെ വിദേശത്തോട്ട് പോകുന്നവരുണ്ട്. അതെ. അപ്പൊ അവർക്കൊക്കെ അവിടെ ഒരു ഫോറിനിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വളരെ സ്വാഭാവികമാണ്. പക്ഷെ അതൊന്ന് ഡിസ്ക്ലോസ് ചെയ്യാത്തതിന്റെ പേരിൽ ഇവരൊക്കെ ഒരു ഭയങ്കര നിയമക്കുഴിക്കിലോട്ട് ചെന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സ്കീം കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പല ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ബഡ്ജറ്റിന്റെ അമെൻഡ്മെന്റിന്റെ പ്രത്യേകത എടുത്ത് പറയുവാണ്. ഷോണോ, ഇപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻസിന്റെ കാര്യം മാർക്കറ്റ് ഭയങ്കര രീതിയിൽ ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യമാണെന്ന് അറിയാം. കാര്യം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യൻ ടാക്സ് റൂൾ അനുസരിച്ച് ഇപ്പോൾ FIIസിന്റെ കാര്യമാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആർഗ്യുമെന്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ FIIs നല്ല രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ സെല് ചെയ്യുന്നു. ഒക്ടോബർ 2024 സെപ്റ്റംബർ ഒക്ടോബർ 2024 ആസ് വി സ്പീക്ക് റൈറ്റ് നൗ, ഇന്ന് ബഡ്ജറ്റ് ഡേ വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേറ്റിലെ എന്താ പറയുക ഫിഗേഴ്സ് ഡേറ്റാസും എനിക്ക് കിട്ടിയിട്ടില്ല. ബട്ട് നമ്മൾ മിനിങ്ങാന്ന് വരെ നോക്കുകയാണെങ്കിൽ FIIs നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. അതായത് FIIs സെല്ല് ചെയ്ത് അവരുടെ രാജ്യത്തേക്ക് തിരിച്ച് പൈസ കൊണ്ടുപോകുന്നത് കാരണം കറൻസിയിൽ ഒരു ഡിപ്രിസിയേഷൻ ഉണ്ടാകുന്നു, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു എന്നുള്ള. പക്ഷേ അവർ സെല്ല് ചെയ്യാനായിട്ടുള്ള വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹയർ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണ് എന്നുള്ളൊരു ആക്ഷേപം മാർക്കറ്റിലുണ്ടായിരുന്നു. കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ FIIs ഇന്ത്യയിലേക്ക് വരുന്നു, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കറൻസി ഡിപ്രിസിയേഷൻ്റെ ഒരു എഫക്റ്റ് അവർക്ക് ആദ്യം തന്നെ ഉണ്ട്. രണ്ടാമത് ക്യാപിറ്റൽ മാർക്കറ്റിൽ ലാസ്റ്റ് 1.5 കൊല്ലമായിട്ട് വലിയ രീതിയിൽ പെർഫോമൻസും കിട്ടിയില്ല. മൂന്നാമതാണെങ്കിലോ അവർ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അല്ലെങ്കിൽ ലോങ് ടേമും കൂടെ അടയ്ക്കുമ്പോൾ ഏതാണ്ട് 20%, 12.5% പോകുമ്പോൾ അവർക്ക് ഒന്നും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നില്ല, അവർക്ക് നെറ്റ് ലോസ് ആണ് വരുന്നതെന്നുള്ള അങ്ങനെ ഒരു സവിശേഷത നിലനിൽക്കുന്ന സമയത്ത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കാര്യം അറിയില്ല. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് എക്കണോമിയാണ്.
ഇന്ത്യക്ക് ഒരുപാട് രീതിയിൽ ഒരു ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട്. ഗവൺമെൻറ് ആണെങ്കിൽ തന്നെ ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പേ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ടാർഗറ്റ് 33,000 ഏതാണ്ട് 80,000 രൂപയായിരിക്കുന്നു. അതായത് ക്യാപിറ്റൽ മാർക്കറ്റിലായിരിക്കുമല്ലോ ഈ ഇക്വിറ്റി റേസ് ചെയ്യണേ. അപ്പോൾ ഒരു ഹെൽത്തി ആൻഡ് സ്റ്റേബിൾ ഇക്വിറ്റി മാർക്കറ്റ് വേണമെന്നിരിക്കെ FISനെ ഇൻസെൻറ്റീവൈസ് ചെയ്യുന്നതിന് പകരം STT F&Oയിൽ കൂട്ടിയെന്ന് മാത്രമല്ല ക്യാപിറ്റൽ ഗെയിൻസിൽ യാതൊരു ചേഞ്ചും കൊണ്ടുവന്നില്ല എന്നുള്ള. അപ്പോൾ ഈ FISൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രോബ്ലം വെച്ചാൽ അവർക്ക് റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല, കാര്യം ടാക്സ് ഹയർ ആണെന്നുള്ളത് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പെർഹാപ്സ് ഇന്ത്യ കുഡ് ബി ദ ഓൺലി ഡെവലപ്പിംഗ് കൺട്രി, എമർജിംഗ് മാർക്കറ്റ് വേർ the capital gains for a foreign institutional investor or an individual investor is taxed at source. അതായത് റെസിഡൻസി ബേസ് ചെയ്തിട്ടല്ല ടാക്സ് എടുക്കുന്നത്. അതായത് ഈ ഫണ്ട് അമേരിക്കയിൽ നിന്നാണ് വന്നതെങ്കിൽ അമേരിക്കയിൽ ടാക്സ് ചെയ്യാനായിട്ട് വിടുന്നതിന് പകരം ഇന്ത്യയിൽ തന്നെ സോഴ്സിൽ അങ്ങ് ടാക്സ് ചെയ്തു എന്നുള്ള. അതുമാത്രമല്ല ഈ ടാക്സ് അവർ പേ ചെയ്യുന്നതും അവരുടെ ഈ പൈസയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കാര്യം ഇത് വിത്തൾഡ് ചെയ്ത് വെച്ച് വിത്തൗൾഡിങ് ടാക്സ് ഇവിടെ എടുക്കുകയാണെന്നുള്ള. അപ്പോൾ അങ്ങനെ ഒരു ഡ്രക്കോണിയൻ ആയിട്ടുള്ള മെഷർ FI ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലിൻ്റെ കാര്യത്തിലും ഈ FISൻ്റെ കാര്യത്തിലും ഈ പറയുന്ന പോലെ ഒന്നില്ലെങ്കിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നത് ഒരു പരിധിവരെ ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടാക്കുന്നവരെ കുറച്ചൊന്ന് സഹായിക്കും എന്നുള്ള രീതിയിലും, പിന്നെ ജെനുവിൻ ആയിട്ടുള്ള FIS ഇന്ത്യ 2 FIS ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ലോങ് ഓൺലി FIS, അതൊരു സോവറിൻ ഫണ്ടായിരിക്കാം. അതായത് നോർവേ പോലുള്ള രാജ്യങ്ങളിലെ നോർജസ് ബാങ്ക് എന്ന് പറയുന്ന സോവറിൻ ഫണ്ട്, അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി, ഇതൊക്കെ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്, സ്പെക്കുലേറ്റീവ് മണിയല്ല. അങ്ങനെയുള്ളവർക്കും ഒരു ഇൻസെൻറ്റീവ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് ഒരു ലെറ്റ് ഡൗൺ ആയിപ്പോയി എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കാര്യത്തിൽ ഒരു മാർക്കറ്റിനെ സന്തോഷിപ്പിക്കുന്ന ഒന്നും വന്നില്ല എന്നുള്ളതാണ് അതിനകത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഷോണോ പ്രതീക്ഷിച്ചിരുന്നു ക്യാപിറ്റൽ ഗെയിൻസിൽ എന്തെങ്കിലും ഒരു ടിങ്കറിങ് വരുമെന്ന്? ക്യാപിറ്റൽ ഗെയിനിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഉണ്ടായിരിക്കുന്നൊരു മാറ്റത്തിൻ്റെ അപ്പുറത്ത് ഒരു മാറ്റം, ഒരു സ്പേസ് അത് ഈ വർഷം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും പറഞ്ഞ പോലെ മാർക്കറ്റ് പ്രതീക്ഷിച്ച ഒരു കാര്യം ഈ ബഡ്ജറ്റിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഡിപ്പ് വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും റിയാക്ഷൻ. അതെ. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് തന്നെ നടന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്ന് കയറ്റി ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു FI ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. 2020 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു വന്നതെന്ന് വിചാരിക്കാം. അന്ന് ഡോളറായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് 75 രൂപയാണെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞ് അവർ 5 കൊല്ലം, ഇപ്പോൾ 6ാമത്തെ കൊല്ലം ജാനുവരി 2026 ആസ് വി സ്പീക്ക്, അല്ലെങ്കിൽ ഫെബ്രുവരി 1 ആയി അല്ലേ, ഫെബ്രുവരി 1 ഈ ഇന്നത്തെ ദിവസം ഈ FI ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കണമെന്ന് വിചാരിക്കുക. അതായത് 6 കൊല്ലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റഡ് ആണ്, സ്റ്റോക്സിൽ നിന്ന് 5 പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ല, ഇൻവെസ്റ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ നിലനിൽക്കുന്നു. അതായത് അവരിപ്പോൾ $1 ബില്യൺ കൊണ്ടുവന്നു എന്ന് വയ്ക്കാം. ഇന്നും അത് $1 ബില്യൺ ആയിട്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ തന്നെ നിൽക്കുന്നു. പക്ഷേ അവർ വന്ന സമയത്ത് ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ $75 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 91 ആയി. അപ്പോൾ ഇവർക്കൊരു ഗെയിൻ വന്നേക്കുന്നത് 75 നിന്ന് 91 രീതിയിലാണ്. പക്ഷെ അത് ഇൻവെസ്റ്റ്മെന്റിൽ വന്നതല്ല, കറൻസിയിലുള്ള. എന്നാൽ ഗവൺമെന്റ് അവിടെയും അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആയിട്ടാണ്. അതൊരു വലിയൊരു നെഗറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഷോണോ പറഞ്ഞതിന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് 2 കാര്യങ്ങളുണ്ട്. അതായത് ഷോണോന് അറിയാലോ, നമ്മൾ ഇതേപോലെ കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസം ഇതേ സീറ്റുകളിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് 12 ലക്ഷത്തിൻ്റെ ഇൻകം ടാക്സ് കട്ട് എന്ന് പറയുന്ന ഒരു സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് 2.5-3 ലക്ഷത്തിൽ നിന്ന് ചവിട്ടിപ്പിടിച്ച് നേരെ കയറ്റിയത് 12 ലക്ഷമാണ്. നമ്മളൊരു 6 ലക്ഷം വരെ 5 ലക്ഷം വരെ നമ്മൾ ആലോചിച്ചിരുന്നുവെങ്കിലും 12 ലക്ഷം എന്ന് പറഞ്ഞാൽ അൺഇമാജിനബിൾ ആയിട്ടുള്ളൊരു ഫിഗറിലേക്ക് വന്നു എന്നുള്ള. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, ഞാൻ പ്രേക്ഷകരോടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇൻകം ടാക്സിന് ഇത്രയും ബെനിഫിറ്റ് കൊടുക്കുമ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തോളം ഷോർട്ട് ഫോള് അതിൽ വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നുള്ളത്. അതായത് ആ റവന്യൂ റെസീപ്റ്റ്സ്, അതായത് ടാക്സ് റെസീപ്റ്റ്സിൽ നല്ല ഗണ്യമായ ഒരു കുറവ് ഗവൺമെന്റ് വന്നപ്പോൾ ഗവൺമെന്റ് റവന്യൂ കുറഞ്ഞു ഇൻകം ടാക്സിലൂടെ. രണ്ടാമത് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കാം. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ എന്താ, GST ഇനത്തിലാണെങ്കിൽ ഓഗസ്റ്റോട് കൂടി നമ്മൾ ഈ പറയുന്ന പോലെ പ്രൈം മിനിസ്റ്റർ ഒരു ഡിസിഷൻ എടുക്കുകയും സെപ്റ്റംബർ 22 കൂടി GST 2 വരികയും കൂടെ ചെയ്തു. അപ്പം തന്നെ നമുക്കറിയാം പല സാധനങ്ങളുടെയും വില നല്ല ഗണ്യമായിട്ട് കുറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ GST ഇനത്തിലുള്ള റവന്യൂവും ഗവൺമെന്റിന് ഭേദപ്പെട്ട് കുറഞ്ഞു എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ഇപ്പുറത്തെ വശം നോക്കുകയാണെങ്കിലോ, ഗവൺമെന്റിനെ സംബന്ധിച്ച്
കോർപ്പറേറ്റ് ടാക്സിലും വലിയ രീതിയിൽ വരവ് കിട്ടിയിട്ടില്ല. കാര്യം ഷോണോ, നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടുള്ള കമ്പനികളുടെയൊക്കെ ഏർണിങ്സ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 3 to 5%. അതായത് അതിന് മുമ്പേയുള്ള കാലഘട്ടത്തിൽ 2022, 24, 23 എന്നുള്ള കൊല്ലങ്ങളിലൊക്കെ 20-22% ഗ്രോ ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ കോർപ്പറേറ്റ് ഏർണിങ്സ് ഗ്രോ ചെയ്യുന്നത് 3 to 5%. അപ്പോൾ ആ ഇനത്തിലും ഗവൺമെൻറ്റിന് റവന്യൂ കിട്ടിയില്ല എന്നുള്ള. പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി ഇനത്തിലും ടാരിഫ് എല്ലാം കൂടി വന്നതോടുകൂടി അവിടുന്ന് ഒരു റവന്യൂ കിട്ടിയില്ല. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ വലിയ രീതിയിൽ ഒരു റവന്യൂ ടാക്സ് റെസീപ്സിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ള. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഗെയിൻസിൽ കുറയ്ക്കുന്നുള്ള പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. ബട്ട് ചെറിയൊരു ടിങ്കറിങ് സാധാരണക്കാരന് കൊടുക്കുമോ, മാർക്കറ്റിനെ ഒന്ന് ട്രിഗർ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഷോണോ പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നു. അവിടെ ഒരു എക്സ്പെക്ടേഷൻ മനസ്സിലില്ലായിരുന്നെങ്കിലും. പക്ഷെ അതേസമയം ഒരു കാര്യം പറയാം, ഈ എക്സ്പെക്ടേഷൻസ് തീർത്തുമില്ല എന്ന് പറയാൻ പൂർണ്ണമായിട്ട് പറ്റില്ല. കാരണം ബഡ്ജറ്റ് എക്സ്പെക്ടേഷൻസിന് മുന്നേ ഒരാഴ്ചത്തെ മുന്നിലത്തെ നമ്മുടെ നാഷണൽ ചാനൽസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വന്നിരിക്കുന്ന ഡിസ്കഷൻസ് ശ്രദ്ധിച്ചാൽ അറിയാം, ഡയറക്ട്ലി ടാക്സിനെ ഇമ്പാക്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ 1 ലക്ഷത്തിലേക്ക് മാറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. 75,000 പിന്നെ രണ്ടാമതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ജോയിന്റ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ അത് ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും കൂടെ ഒരു ബേസിക് എക്സംഷൻ രണ്ടും കൂടെ ഒന്നാക്കി ആ ഒരു ബെനിഫിറ്റ്, കുടുംബത്തിൽ ഒരാൾ മാത്രമാണ് ഏർണിംഗ് എങ്കിൽ മറ്റേ ആളുടെയും കൂടെ ടാക്സ് എക്സംഷൻ യൂസ് ചെയ്യാൻ രീതി അത് പ്രതീക്ഷിച്ചിരുന്നു. പിന്നീട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ ടാക്സ് മാറുന്ന ഇൻഫ്ലേഷൻ അനുസരിച്ച് ടാക്സിന്റെ റേറ്റ് മാറുന്നില്ല, ആ ഇൻഫ്ലേഷനെയും കൂടെ പരിഗണിക്കുന്ന രീതിയിൽ ഒരു ഇൻഫ്ലേഷനെയും കൂടെ ഒരു കോസ്റ്റ് ഇൻഡെക്സും കൂടെ ടാക്സിന്റെ കൂടെ ചേർത്ത് വെക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പൊ ക്യാപിറ്റൽ ഗെയിൻ പണ്ട് ഉണ്ടായിരുന്നത് പോലെ. ഇങ്ങനെയുള്ള ഡയറക്ട് ടാക്സിനെ പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാനിപ്പം ബഡ്ജറ്റ് സ്പീച്ച് കണ്ടോണ്ടിരിക്കുമ്പോൾ ഡയറക്ട് ടാക്സിന് ഇപ്പൊ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് ഒന്നും തന്നെ വന്നില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അപ്പോ അങ്ങനെ ഇരിക്കെ ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. വീണ്ടും ഞാൻ ബാക്ക് ടു നമ്മൾ NRIകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഫിനാൻസ് മിനിസ്റ്റർ എടുത്ത് പറഞ്ഞത്, NRI ഓൺ ചെയ്ത പ്രോപ്പർട്ടി അത് വിൽക്കുന്ന സമയത്തുള്ള ഒരു കോംപ്ലിക്കേഷൻ ഇപ്പോൾ അത് കുറച്ച് തന്നിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുക, അതിൻ്റെ ഓണർ ഒരു നോൺ റെസിഡന്റ് ആണ്. നോൺ റെസിഡന്റ് ആണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത്, ആദ്യം ഞാൻ ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ടാൻ നമ്പർ എന്നൊരു നമ്പർ എടുക്കണം. അതിപ്പോ പാൻ മാത്രം വെച്ചിട്ട് എനിക്കത് പർച്ചേസ് ചെയ്യാം. 1. 2, ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്ന നേരത്ത് ഓണർ ഒരു റെസിഡന്റ് ഇന്ത്യക്കാരനാണെങ്കിൽ ഞാൻ അവന് കൊടുക്കുന്ന 50 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ 1% മാത്രം വിത്ത്ഹോൾഡിംഗ് ടാക്സ് പിടിച്ചാൽ മതി. അതേസമയം നോൺ റെസിഡന്റ് ആണെങ്കിൽ ഈ കൊടുക്കുന്ന തുകയുടെ ഏകദേശം 12.5 മുതൽ ഒരു 25% വരെ ഞാൻ വിത്ത്ഹോൾഡിംഗ് ടാക്സ് പിടിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഹൈ ടാക്സ് പിടിക്കേണ്ടത് കൊണ്ട് ഈ പ്രോപ്പർട്ടി സെയിൽ ഒരു ഭയങ്കര തലവേദനയാണ് വെളിയിലുള്ള ഇന്ത്യക്കാർക്ക്, നാട്ടിലെ പ്രോപ്പർട്ടി വിൽക്കുക എന്നുള്ളത്. അതിൻ്റെ അകത്ത് ടാക്സ് റേറ്റിനകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഒരു മെക്കാനിസം, ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം കുറച്ച് ഈസി ആക്കി സ്മോൾ ടാക്സ് പേഴ്സിന് ഈസി ആക്കുമെന്ന് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നോൺ റെസിഡൻസ് പെടുമോ അതോ റെസിഡൻസ് മാത്രമാണോ എന്നൊക്കെയുള്ളത് ഇനിയും അതിൻ്റെ പൂർണ്ണ രൂപം പുറത്തു വരണം. പക്ഷേ എന്നിരുന്നാലും ആ ഒരു കാര്യം മിനിസ്റ്റർ അവിടെ എടുത്തു പറഞ്ഞതാണ്, നോൺ റെസിഡൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രോപ്പർട്ടി സെയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. പിന്നെ വേറൊരു കേസ് ഞാൻ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് MSME. നമ്മൾ അതിലോട്ട് ചർച്ച വന്നിട്ടില്ല, ഞാനൊന്ന് ഡീവിയേറ്റ് ചെയ്യുവാണ്. തീർച്ചയായിട്ടും. അതായത് MSME സെക്ടറിന് വേണ്ടിയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ പറഞ്ഞൊരു ബഡ്ജറ്റാണ്. അത് 3 തരത്തിൽ. സ്വാഭാവികമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഡിസ്കഷൻ എടുത്ത് പറഞ്ഞിരുന്നു, ബാക്ക് ബോൺ ഓഫ് ദ കൺട്രി, SME സെക്ടർ. ആ ബാക്ക് ബോൺ ഓഫ് ദ കൺട്രീനെ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷ ഒന്നും വന്നില്ലെങ്കിലും എൻ്റെ ഒരു മേ ബി ഒരു ഇൻഡിവിജ്വൽ അഭിപ്രായം എന്ന് വേണം പറയാം, ഒരു ലോങ് വിഷൻ ഈ ബഡ്ജറ്റിന്റെ അകത്തുണ്ട്. കാരണം വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇത്രയും ഒരു ബാക്ക് ബോൺ ആയ അത് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയപ്പെടുന്ന MSMEനെ 3 രീതിയിൽ സഹായിക്കുന്ന രീതിയിൽ ഒരു പ്രൊപ്പോസലുണ്ട്. 3 രീതി എന്ന് പറയുമ്പോൾ ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ, അവർക്ക് കൂടുതൽ ക്യാപിറ്റൽ കിട്ടുന്ന രീതിയിൽ 10,000 കോടി രൂപയുടെ ഒരു SME ഗ്രോത്ത് ഫണ്ട് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ആ ഫണ്ട് ഏതൊക്കെ സെക്ടറിലേക്കാണ്, എത്രയാണ് അതിൻ്റെ എലിജിബിലിറ്റി, അതൊക്കെ ഇനി പുറത്ത് വരാനുണ്ട്. 1, അപ്പോൾ കൂടുതൽ ക്യാപിറ്റൽ വരും. 2, MSME സെക്ടറിൽ ഏറ്റവും കൂടുതൽ, അതായത് ഒരു ചെറുകിട ബിസിനസ്സുകാർ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ലിക്വിഡിറ്റി. പലരും നമ്മൾ ചോദിച്ചിട്ടുണ്ട്, സാറേ ബാലൻസ് ഷീറ്റ് അല്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുമ്പോൾ ഭയങ്കര പ്രോഫിറ്റ്, ടാക്സും ഗവൺമെന്റ് അടയ്ക്കുന്നുണ്ട്, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ല. ഇതാണ് ഒരു സാധാരണ ബിസിനസ്സുകാരന് വരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡയലോഗ്. P&L കാണുന്ന പ്രോഫിറ്റ് എനിക്ക് ക്യാഷ് ആയിട്ട് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആണ് സത്യം പറഞ്ഞ മിക്ക ബിസിനസ്സുകളുടെയും പ്രോഫിറ്റ്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. ഇത് റിയലൈസ് ആവാത്ത എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇത് സ്റ്റക്കായി കിടക്കുവാണ്. ക്രെഡിറ്റ് പീരീഡ് 30 ദിവസമൊന്നും അല്ല, ഒരു 90 ദിവസത്തിൽ കുറഞ്ഞ ക്രെഡിറ്റ് പീരീഡ് 60-90 ദിവസമാണ് ഒരു സാധാരണ ഒരു ബില്ലിന്റെ ക്രെഡിറ്റ് പീരീഡ് ആയിട്ട് കൊടുക്കുന്നത്. റിസീവബിൾ ഒരു സംഭവം ഞാൻ കച്ചവടം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസ എനിക്ക് ക്യാഷ് ആയിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഒരു
90 ഡേയ്സ് വരെ പല കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ചെറിയ ഒരു SME ഒരു സംഭവം വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 90 ഡേയ്സിന് ശേഷം അവന്റെ ബില്ല് മാറി വരുന്നുള്ളൂ. അപ്പോൾ അത്രയും നാളത്തെ വർക്കിംഗ് ക്യാപിറ്റൽ ഇദ്ദേഹം കണ്ടെത്തണം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്, ട്രേഡ് റിസീവബിൾ ഡിസ്കൗണ്ടിങ് സിസ്റ്റം. അത് സിസ്റ്റം ഉള്ളതായിരുന്നു, അത് ട്രാൻസാക്ഷൻ പ്ലാറ്റ്ഫോമാണ്. ആ ട്രാൻസാക്ഷൻ പ്ലാറ്റ്ഫോം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള നടപടികൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് സിഡ്ബി ത്രൂ ആണ് ഇങ്ങനത്തെ കൂടുതൽ ഗവൺമെന്റിലേക്ക് എത്തിക്കുന്നത്. ഈ ബഡ്ജറ്റിനകത്ത് കഴിഞ്ഞ മാസം നമ്മുടെ പറഞ്ഞിരുന്നു സിഡ്ബിയിൽ ഏകദേശം 5000 കോടി രൂപയുടെ ക്യാപിറ്റൽ ഗവൺമെന്റ് വീണ്ടും ഇൻഫ്യൂസ് ചെയ്യുക. അപ്പോൾ സിഡ്ബിയിലോട്ട് ഫണ്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സിഡ്ബി ത്രൂ MSMEയിലോട്ട് ഫണ്ട് ചെല്ലും. എങ്ങനെ ഈ പറയുന്ന ബില്ലുകൾ 90 ദിവസം വരെ കിട്ടാക്കടമായിട്ട് കിടക്കുന്നത് ഇവർക്ക് ഇവിടെ ഈ സിഡ്ബി ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്കൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ശതമാനം പിടിച്ചിട്ട് ആ പൈസയായിട്ട് ഇവർക്ക് റിലീസ് ചെയ്യും. 90 ദിവസം വരെ ഇവർ വെയിറ്റ് ചെയ്യണ്ട. അതിന് മുന്നേ ബിസിനസ്സുകാരന് പൈസ വരും. അപ്പോൾ അങ്ങനെ അവരുടെ ക്യാഷ് ഫ്ലോ കൂട്ടാനുള്ള മെക്കാനിസം, ക്യാഷ് സ്റ്റക്ക് ആവില്ല. അതൊരു ലിക്വിഡിറ്റി ഏറ്റവും സാധാരണ ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാകുന്ന ഏറ്റവും കോമൺ ഇഷ്യൂ ആണ്. ഇതിനൊരു സൊല്യൂഷൻ ഈ ബഡ്ജറ്റിനകത്തുണ്ട്. ഇതിങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിയുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുന്ന ഇങ്ങനെയുള്ള ഓരോ ബെനിഫിറ്റ്സ്. ഒരു കാര്യം കൂടെ പറഞ്ഞു തന്നാൽ മൂന്നാമത്തെ രീതിയിൽ MSMEനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇന്ന് ഇന്ത്യയിലുള്ളത് വെറും 4 ലക്ഷം ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണ്. ഇന്ത്യയിലുള്ള MSMEയുടെ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 7 കോടിയാണ് ഒരു ലീഗൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും വലിയൊരു സെക്ടറിനെ സെർവ് ചെയ്യാൻ മാത്രമുള്ള പ്രൊഫഷൻസ് ഇന്ത്യയിലില്ല. ഷോർട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷൻസ്, കോസ്റ്റ് അക്കൗണ്ടൻസ്, കമ്പനി സെക്രട്ടറീസ്, ICW. പക്ഷേ അതിനകത്ത് ഒരു മാറ്റം വന്നിട്ടുണ്ട്. മോഡുലാർ കോഴ്സുകൾ ഡിക്ലെയർ ചെയ്യാൻ. മോഡുലാർ കോഴ്സ് ഡിക്ലെയർ ചെയ്ത് CAയുടെ മുഴുവൻ വേണ്ട, സാർ മുമ്പേ പറഞ്ഞ പോലെ വർഷങ്ങൾ നീണ്ട ആ പഠനമൊന്നും വേണ്ട. ആവശ്യമുള്ളത് അല്ലെങ്കിൽ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ വെച്ച് മോഡുലാർ കോഴ്സുകൾ ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ICA, അതുപോലെ തന്നെ CMA ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇവർ ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെയുള്ള പ്രൊഫഷൻസിനെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അത് ടയർ 2, ടയർ 3 സിറ്റിയിലായിരിക്കും കൂടുതൽ പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു സമഗ്രമായ അപ്രോച്ച് ഈ ബഡ്ജറ്റിനകത്ത് കാണാൻ സാധിക്കും. ആ ഒരു മേഖലയിൽ പറയുവാണെങ്കിൽ അപ്പൊ ഇതൊക്കെയാണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഈ ബഡ്ജറ്റിന്. അതെ, അപ്പോൾ അതിനോട് മാർക്കറ്റ് സ്വാഭാവികമായിട്ടും റെസ്പോണ്ട് ചെയ്യും. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. അതുമല്ല നമുക്ക് ബഡ്ജറ്റിന്റെ ഫൈൻ പ്രിന്റ് വരാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഷോണോനെ ഇരുത്തി പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ നമുക്ക് ഇന്ന് വലുതായിട്ട് ഡിസ്കസ് ചെയ്യാനില്ല. നമ്മുടെ ഷോർട്ട് ടൈം ഏതാണ്ട് 4:45 ക്ലോസും ചെയ്യണം. ക്യാപിറ്റൽ ഗെയിൻസ് ആണെന്ന് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിന് ഡിസ്കസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഈ SMEക്ക് വന്ന വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം ഷോണോ ഒന്ന് രേഖപ്പെടുത്തിയത് വളരെ സന്തോഷം തോന്നുന്നു. അത് മാത്രമല്ല ഞാൻ അതിന് മെനി താങ്ക്സ് ഷോണോ, ആൻഡ് താങ്ക് യു ഫോർ സ്പെൻഡിങ് വാല്യുബിൾ ടൈം വിത്ത് അസ് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. എനിക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ എന്തായാലും നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂല് ബഡ്ജറ്റിന് നമുക്ക് വളരെ സന്തോഷമൊന്നും തരാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ചൊരു നല്ല ട്രിവിയ ആയിട്ട് ഒന്ന് പാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ സ്റ്റാറ്റിക്സും ഡേറ്റ നമുക്ക് വന്നിരിക്കുന്നത് ടോപ്പ് 10 കോൺട്രിബ്യൂട്ടേഴ്സ് ടു ഗ്ലോബൽ റിയൽ GDP ഗ്രോത്ത്. അതായത് ഗ്ലോബൽ റിയൽ GDP ഗ്രോത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് IMF റിലീസ് ചെയ്തിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഗ്ലോബൽ എക്കണോമിക്ക് GDPക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രാജ്യം ചൈനയാണ്, 26.6%. രണ്ടാമത്തെ രാജ്യം അവിടെയാണ് നമ്മളെല്ലാവരും പ്രൗഡ് ആവേണ്ടത്. 17% ആണ് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ, ആൻഡ് ഇന്ത്യ ഇസ് ദ സെക്കൻഡ് നേഷൻ ദാറ്റ് ഈസ് കോൺട്രിബ്യൂട്ടിംഗ് മോർ ടു ദ ഗ്ലോബൽ എക്കണോമി. മൂന്നാമതേ ഉള്ളൂ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അറ്റ് 9.9%. പിന്നെ വരുന്നത് ഇന്തോനേഷ്യ 3.8%, തുർക്കിയെ 2.2%, നൈജീരിയ 1.5%, ബ്രസീൽ 1.5%, വിയറ്റ്നാം 1.6%, സൗദി അറേബ്യ 1.7%, ജർമ്മനി 0.97% എന്നുള്ളത്. ഇത് IMFന്റെ ഫിഗേഴ്സ് ആണ്. ഇത് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് ഇലോൺ മസ്ക് തന്നെ റീട്വീറ്റ് ചെയ്തിട്ട് പറയുകയും ചെയ്തു, ഗ്ലോബൽ എക്കണോമിയുടെ സ്ട്രക്ചർ തന്നെ മാറുന്നു എന്നുള്ളതാണ്. ഇത് ഷോണോ ലാസ്റ്റ് ഗസ്റ്റാണ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വൈൻഡിങ് ഡൗൺ പ്രോസസ്സിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഏതാണ്ട് 8 മണി മുതൽ ലൈവായിട്ട് ഞങ്ങളുടെ കൂടെ പ്രേക്ഷകരുടെ കൂടെ പല സബ്ജക്ട്സും ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോയതാണ്. എക്കണോമി ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, സ്റ്റോക്ക് മാർക്കറ്റ് ഡിസ്കസ് ചെയ്തു, ഗോൾഡും സിൽവറും ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് ടാക്സോട് കൂടി ഞങ്ങൾ ഇത് അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു വളരെ വലിയൊരു മാരത്തോൺ ചർച്ച MyFin ആദ്യമായിട്ടൊരു പക്ഷേ മലയാളം ചാനൽ ആരും ചെയ്യാത്ത ഒരു പരിപാടിയുമായി പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ ഇതാ വന്നു എന്നുള്ളതാണ്. രാവിലെ 8 മണി മുതൽ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ടീമിൻ്റെ കൂടെ MyFinന്റെ കൂടെ 4, 4:30 മണി, 4:45, 5 മണി വരെ നിങ്ങളുടെ കൂടെ എന്ന എല്ലാ എംപ്ലോയീസ് ഓഫ് MyFinനും ഞാൻ എൻ്റെ സ്വയം
നന്ദി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഇതിനകത്ത് ആങ്കേഴ്സ് ഉണ്ട്, ഇതിനകത്ത് ലൈറ്റും ക്യാമറയും സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്, ഇതിൽ വെബിൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്, ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്തവരുണ്ട്, ബിസിനസ് അക്കൗണ്ടിൽ ഏതാണ്ട് ടിക്കർ ബ്രേക്കിങ്ങും ബാക്കിയുള്ള ഹെഡ്ലൈൻസും ബ്രേക്കിംഗ് ന്യൂസും നിങ്ങളുടെ മുന്നിൽ എത്തിച്ച ഒരു വൻപൻ ടീം തന്നെ ഏതാണ്ട് 50-60 പേര് വർക്ക് ചെയ്ത ഒരു വലിയൊരു എഫേർട്ടായിരുന്നു മൈഫിൻ എടുത്തതെന്നുള്ളതാണ്. അതുപോലെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ കേട്ടസിയും താങ്ക്സും പറയുന്നത് എൻ്റെ പ്രേക്ഷകരോടാണ്. എന്നും ഞങ്ങളോട് മൈഫിനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഈ ലെവലിലേക്ക് ഉയർത്തി ഒരുമാതിരി ഏതാണ്ട് ഞങ്ങൾ പറയുകയാണെങ്കിൽ CNBC മറ്റുള്ള ചാനലുകളും മറ്റുള്ള റീജിയണൽ ചാനൽസിനെയും ബീറ്റ് ചെയ്ത് മൈഫിനെ ഏറ്റവും നമ്പർ 1 എത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ അവസാനിക്കുന്നു. ഗുഡ് ബൈ. വി വിൽ സീ യു ടുമോറോ വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച്. Budget beyond digits. This program co-sponsored by JMJ Fintech, NPFC listed at BSc. In association with Shalom Mattress, everlasting comfort and durability. കേരളത്തിൽ ഇന്നും വലിയൊരു വിഭാഗം സ്റ്റോക്ക് മാർക്കറ്റിനെ ഗാംബ്ലിംഗ് ആയി മാത്രം കാണുകയാണ്. പലരും ഇൻഫ്ലുവൻസേഴ്സിന്റെയും എക്സ്പേർട്സ് എന്ന് സ്വയം വിളിക്കുന്നവരുടെയും സോഷ്യൽ മീഡിയയിലെ മിസ്ലീഡിംഗ് ടിപ്സ് അനുസരിച്ച് കണ്ണടച്ച് തീരുമാനങ്ങളെടുത്ത് അവസാനം വലിയ നഷ്ടത്തിലേക്ക് വഴുതി വീഴുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയം നേടാനുള്ള നിങ്ങളുടെ വജ്രായുധം അറിവാണ്. ഓരോ നിമിഷവും പുറത്തുവരുന്ന 100 കണക്കിന് വിവരങ്ങൾക്കും വാർത്തകൾക്കുമിടയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവ മാത്രം സ്വീകരിച്ചാൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാനുള്ള ശ്രമം ശരിയായ ദിശയിലാവും. അതിനായി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് MyFin TV സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 8:30 പ്രീ മാർക്കറ്റ് ഷോ മുതൽ വൈകിട്ട് 3:40 ക്ലോസിംഗ് ഷോ വരെ MyFin സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഓരോ ചലനവും നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അവേർലി ലൈവ് അപ്ഡേറ്റുകൾ, ബ്രേക്കിംഗ് അലേർട്സ്, 360 മാർക്കറ്റ് വിശകലനം, അപ്ഡേറ്റ്സ് ഉൾപ്പെടെ 13 പ്രോഗ്രാമുകൾ. ഇൻട്രാഡേ ട്രേഡിംഗ് മുതൽ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് വരെ, ഇൻഡൈസസ് മുതൽ സെക്ടോറൽ ട്രെൻഡ്സ് വരെ, ഗ്ലോബൽ മാർക്കറ്റ്സ് മുതൽ ലോക്കൽ മൂവേഴ്സ് വരെ എല്ലാം ഉൾപ്പെടുത്തി സമഗ്രമായ കവറേജ്. കൂടാതെ ശനി ഞായർ ദിവസങ്ങളിൽ വീക്കെൻഡ് സ്പെഷ്യൽ പ്രോഗ്രാമുകളും. നിങ്ങൾക്ക് ആവശ്യമായത് മാത്രം തിരഞ്ഞെടുക്കാനും ശരിയായ ദിശയിൽ മുന്നേറാനും സഹായിക്കുന്ന നിങ്ങളുടെ വിശ്വസ്തനായ കമ്പാനിയനായി മാറുകയാണ് MyFin TV സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ ബ്ലൈൻഡ് ടിപ്സും മാർക്കറ്റ് റൂമേഴ്സിനെയും ആശ്രയിക്കേണ്ട. സ്റ്റോക്ക് മാർക്കറ്റിലെ ഓരോ ചുവടുവയ്പിലും നിങ്ങളോടൊപ്പം നിങ്ങളുടെ വഴികാട്ടിയായി MyFin TV സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ്. യാത്രകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇന്ത്യക്കുള്ളിലും വിദേശ രാജ്യങ്ങളിലേക്കും വിനോദയാത്രകൾ പോകുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 28 വർഷങ്ങൾക്ക് മുമ്പേ മലയാളികളെ ലോകം കാണിക്കാൻ മുൻകൈയെടുത്ത ഒരു ബ്രാൻഡ്. ലക്ഷറി ആൻഡ് ബഡ്ജറ്റ് യാത്രകൾ വിജയകരമായി കൈകാര്യം ചെയ്തുകൊണ്ട് 3 പതിറ്റാണ്ടായി തുടരുന്ന സോമൻസ് ലെഷർ ടൂർസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബ്രാൻഡിന്റെ കഥ. ഉള്ള കാര്യം അതേപോലെ പറയുക, ആ പറയുന്ന കാര്യങ്ങൾ ഡെലിവറി ചെയ്യുക. കാണുക ബ്രാൻഡ് സ്റ്റോറീസ് നമ്മുടെ സ്വന്തം MyFin TVയിൽ മാത്രം. ഓഹരി വിപണി അഥവാ സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് ഇപ്രാവശ്യത്തെ ഒരു അലോക്കേഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സെഗ്മെന്റിന് വലിയ രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 40,000 കോടി രൂപയുടെ ഒരു അലോക്കേഷൻ ആയിരുന്നു ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് മേഖലയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ശ്രദ്ധേയമായിട്ട് എടുത്ത് കാണാനായിട്ടുള്ളത് ഡിക്സൺ ടെക്നോളജീസിനെ സംബന്ധിച്ചിടത്തോളമാണ്. ഡിക്സനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ സമീപ കാലത്തുള്ള ഒരു പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഫോൾ ആയിരുന്നു. എന്നാൽ വളരെ സ്ട്രക്ചറലി പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് നിലവിലുണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു ഡിക്സന്റെ ഒരു ടെക്നിക്കൽ സ്റ്റേറ്റ് എങ്ങനെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് സഫാൻ? ടെക്നിക്കലി നമുക്കറിയാം ഡിക്സൺ ടെക്നോളജി നല്ല സ്റ്റോക്ക് ആണെങ്കിൽ പോലും ടെക്നിക്കലി വീക്ക്നെസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നമുക്കറിയാം ഓവറോൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ
കണ്ടിന്യൂസ് അപ് ട്രെൻഡിൽ, അതായത് ഈ നമുക്കറിയാം ഈ ലെവലിലെല്ലാം ട്രെൻഡ് ലൈൻ പ്രോപ്പറായി വർക്ക് ആയതിനു ശേഷമാണ് ഈ ലെവലിൽ നമുക്കൊരു ബ്രേക്ക് ഡൗൺ കാണാൻ സാധിച്ചിട്ടുണ്ടായത്. അത് മാർക്കറ്റിൽ ഇങ്ങനെ വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സ്റ്റോക്സ് അതിന്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് കണ്ടിന്യൂസ് അപ്സറാല് നടന്നതിന് ശേഷം ആ ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഡൗൺ നടന്നതിന് ആ സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള വീക്ക്നെസ് നമുക്കറിയാം. ഇവിടെ ഒരു ബ്രേക്ക് ഡൗണിന് ശേഷം കണ്ടിന്യൂസ് സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ ഇവിടെ ഒരു റാലി അറ്റംപ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് സസ്റ്റെയിൻ ചെയ്യാതെ വീണ്ടും ഒരു വീക്ക്നെസ്, അതായത് ഇവിടെയും ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അവിടുന്ന് ബ്രേക്ക് ഡൗൺ ആണ് കാണാൻ സാധിക്കും. ഡിക്സൺ കറന്റ് ഒരു ടെക്നിക്കലി വീക്ക് സ്റ്റേജിലാണ് ട്രേഡ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഈ ഒരു ബ്രേക്ക് ഡൗൺ നടന്ന ഏരിയ എങ്കിലും മറികടക്കണം ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ. ഇത് നമുക്ക് ഓവറോൾ മാർക്കറ്റിൽ കാണാൻ പറ്റുന്ന ഒരു സെനാരിയാണ്. അതായത് ഒരു സ്റ്റോക്ക് കണ്ടിന്യൂസ് അപ് ട്രെൻഡിൽ ട്രേഡ് ചെയ്തതിനു ശേഷം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ബിയറിഷ് ഫേസിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു ലോങ് കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകും. അത് സെയിം സെനാരിയോ തന്നെയാണ് ഡിക്സൺ ടെക്നോളജീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് ആംബറിലേക്ക് വരികയാണെങ്കിൽ ആംബറിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് രംഗത്ത് തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയാണ്. ഇന്നത്തെ ഒരു ബജറ്റിന് ശേഷം വിപണിയിൽ പരിശോധിക്കുകയാണെങ്കിലും മറ്റ് സെക്ടറുകളും ഒക്കെ തന്നെ ഒരു രീതിയിലുള്ള ഒരു വളരെ ബെയറിഷ് ആയിട്ടുള്ള ഒരു സെന്റിമെന്റ് കാണിക്കുകയാണെങ്കിലും നിലവിൽ ഏകദേശം 4% മുകളിലുള്ള ഒരു നേട്ടമാണ് നിലവിൽ ഇപ്പോൾ ആംബറിനെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ആംബറിന്റെ ഒരു ടെക്നിക്കൽസ് നിലവിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ആംബറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ടെക്നിക്കലി വീക്ക്നെസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ലെവലിലെല്ലാം നമുക്കറിയാം ഒരു പാനിക് സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കറന്റ് ബോട്ടം ലെവലിൽ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു ഡെഡ് കാറ്റ് ബൗൺസ് ആണുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് പല അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം 8144 എന്ന ലെവൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് സോൺ ആയി കറന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ലെവൽ മറികടന്നാൽ മാത്രമേ ഒരു ട്രെൻഡ് കൺഫർമേഷൻ ലഭിക്കുകയുള്ളൂ. മേ ബി ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ ഉള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. ഇവിടുത്തെ ടെക്സ്റ്റൈൽ രംഗത്തേക്കാണ് അടുത്തത് നമുക്ക് വരാനായിട്ടുള്ളത്. ടെക്സ്റ്റൈൽ മേഖലയെ പരിശോധിക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു നീക്കുവെപ്പുകൾ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റൈൽ മേഖലയ്ക്ക്. അതായത് താരിഫ് പ്രതിസന്ധിക്ക് ശേഷം പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ തിരിച്ചടി നേരിട്ടിട്ടുണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നിലവിൽ ഇപ്പോൾ ടെക്സ്റ്റൈൽസിന് വലിയ രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം ലഭിക്കുന്നു. അതായത് ടെക്സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ ടെക്സ്റ്റൈൽസിനും ഒരു ഇമ്പോർട്ടൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു, പരമ്പരാഗതമായിട്ടുള്ള ടെക്സ്റ്റൈൽ ബിസിനസ്സിനും ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഗോകുൽദാസ് എക്സ്പോർട്സിന്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു വീക്ക് മാർക്കറ്റ് സിനാലിയോ നിലവിൽ ഇപ്പോൾ 11% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗോകുൽദാസിന് സാധിക്കുന്നുണ്ട്. ഗോകുൽദാസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ ടെക്നിക്കൽസ് എന്താണ് സൂചിപ്പിക്കുന്നത്? ടെക്നിക്കലി ഒരു വീക്ക് ട്രെൻഡ് തന്നെയാണ് സ്റ്റിൽ ട്രേഡിംഗ് എന്ന് പറയാൻ സാധിക്കും. മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആർ ലോ ആയിട്ടാണ് പല അനലിസ്റ്റുകളും സ്റ്റേറ്റ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ഹൈ ലെവലെല്ലാം വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് ഈ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. കണ്ടിന്യൂസ് ബീറിഷ് ക്യാൻഡിൽസ് ഫോർമേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. 1007 എന്നത് ഒരു സപ്ലൈ സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ ലെവൽ മറികടന്നാൽ മാത്രമേ ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെൻഡ് കൺഫർമേഷൻ ലഭിക്കുള്ളൂ. അല്ലാത്ത പക്ഷം മോർ കറക്ഷൻ പോസിബിലിറ്റി എന്നതാണ് ഈ എക്സ്പേർട്ട് ഒപ്പീനിയൻ. അടുത്തായിട്ട് അരവിന്ദ് ഫാഷൻസിലേക്കാണ് വരാനുള്ളത്. നിലവിൽ ഒരു ഇടിവാണ് അരവിന്ദ് ഫാഷൻസിനെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുന്നത്. അരവിന്ദ് ഫാഷൻസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ടേക്ക് എന്താണ്? ഈ ഒരു ഓഹരിയിലും നമുക്ക് ടെക്നിക്കലി വീക്ക്നെസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ട്രെൻഡ് റിവേഴ്സൽ ലഭിക്കണമെങ്കിൽ 572 എന്ന മേഖല മറികടക്കണം. ഇതൊരു ഇപ്പൊ ഒരു റീകവറിക്ക് അറ്റംപ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര സ്ട്രോങ് ട്രെൻഡ് അല്ല. എന്നിരുന്നാൽ പോലും ഒരു സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത് 384 370 എന്ന സോണാണ്. മേ ബി അതൊരു സ്ട്രോങ് ഡിമാൻഡ് സോൺ, ഏറ്റവും വേഴ്സ്റ്റ് കേസ് സെനാരിയിൽ പോലും അത് സ്ട്രോങ് ഡിമാൻഡ് സോണായി ഈ ഒരു ഓഹരിയിൽ ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ബജറ്റിലെ ചില സെക്ടറുകൾക്ക് നൽകിയിരിക്കുന്ന ഒരു അലോക്കേഷനും അതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില ഓഹരികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. MyFin TV, ഇന്ത്യയിലെ ആദ്യത്തെ ഫിനാൻസ് ബിസിനസ് ഡിജിറ്റൽ ടെലിവിഷൻ. മലയാളത്തിലും മറ്റു ഭാഷകളിലും ക്യാപിറ്റൽ മാർക്കറ്റ്, ബിസിനസ് ന്യൂസ് എന്നിവയിൽ മലയാളത്തിൽ തത്സമയ സംപ്രേഷണവും മൂല്യവത്തായ പരിപാടികളും. പേഴ്സണൽ ഫിനാൻസ്, ബിസിനസ്, ലൈഫ് സ്റ്റൈൽ പ്രത്യേക പരിപാടികൾ. MyFin TV പ്രീമിയം. ഓഹരി വിപണി ആഴത്തിലറിയാം. ട്രേഡിംഗിന്റെ സാമ്പത്തിക സാധ്യതകളിൽ മുന്നേറാം. സമ്പാദ്യം വളർത്താനുള്ള നിക്ഷേപ മാർഗങ്ങൾ, ബിസിനസ് വഴികൾ, ടാക്സ്, ഇൻഷുറൻസ്, കമ്മോഡിറ്റി, അങ്ങനെ ജീവിതത്തിൽ സാമ്പത്തിക വിജയം തേടുന്നവർക്കുള്ള വ്യക്തമായ വിവരങ്ങൾ. MyFin TV പ്രീമിയത്തിന്റെ മാത്രം പ്രത്യേകത. ബിസിനസ് ലോകത്തെ ചലനങ്ങൾ കടുകിട തെറ്റാതെ വ്യക്തമായി പ്രേക്ഷകരിലെത്തിക്കുന്ന ദൃശ്യമാധ്യമ സംഘം, ബിസിനസ് ന്യൂസ് ടീം. ആരുടെ തന്ത്രങ്ങളാണ് വിജയിക്കുന്നതെന്ന് കണ്ടറിയാം. അതിന് അധിക നാൾ വേണ്ട. ക്യാമറമാൻ അരവിന്ദ് കെആറിനൊപ്പം അനീഷ് ദേവസ്യ, MyFin TV, കൊച്ചി. ഓഹരി വിപണിയിലെ കയറ്റിറക്കങ്ങൾ ഞൊടിയിടയിൽ തത്സമയം അറിയിക്കാൻ അതിവിദഗ്ധർ. ജോബ്ലെസ് റേറ്റ് ഇൻ സെപ്റ്റംബർ എന്ന് പറയുന്നത് 4.3% ആണ്. അതായത് പ്രധാനപ്പെട്ട എല്ലാ ബാങ്കിങ് ഓഹരികളും നമുക്ക് കൃത്യമായിട്ടൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ ഒരു ട്രെൻഡ് റിവേഴ്സലാണ് പോയ വാരം കാണാൻ സാധിച്ചത്. കെട്ടുറപ്പുള്ള മാനേജ്മെന്റ് സംവിധാനം, വിവിധ മേഖലകളിലെ വിദഗ്ധരടങ്ങിയ ഉപദേശക സമിതി,
ഓരോ വിഷയങ്ങളിലും ആധികാരിക വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന അതിഥികൾ. MyFin TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സമ്പത്തിലേക്കുള്ള വഴിയൊരുക്കൂ. MyFin TV ഇപ്പോൾ വെബ്സൈറ്റിലും നിങ്ങളുടെ മൊബൈൽ ഫോണിലും സ്മാർട്ട് ടിവിയിലും ലഭ്യം. MyFin TV, leading to wealth. This program sponsored by Supra Pacific Financial Services Limited, a BSE listed NBFC. എനിക്ക് എയെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോ എനിക്ക് എയെ കുറിച്ച് എങ്ങനെ പറഞ്ഞു തരും? ഇപ്പത്തെ സെൽഫ് ഡ്രൈവിംഗ് കാർസും അല്ല, റോബോട്ട്സും അല്ല, ChatGPT മുതൽ എല്ലാ സ്ഥലത്തും AI ആണല്ലോ. ഇപ്പൊ വോറോ അല്ല, ഡിഫിക്സ്, എവിടെ എല്ലാ സ്ഥലത്തും AI ഉണ്ട്. ലാൻഡ് പൂളിംഗ് എന്ന് പറയുന്നത് ഇതൊരു വളണ്ടറി സ്കീമാണ്. അപ്പോൾ നമ്മൾ ഒരു ഏരിയയിൽ ലാൻഡ് പൂളിംഗ് നടപ്പാക്കുന്നുണ്ടെങ്കിൽ ആ ഏരിയയിലത്തെ 75% ലാൻഡ് ഓണേഴ്സും ഇതിന് കൺസെന്റ് ചെയ്യണം. അല്ല, ഞാൻ ചോദിക്കുന്നത് രേഖാമൂലം അത്തരത്തിൽ ഒരു ഉറപ്പ് അവർക്ക് കൊടുക്കുവോ? ഒരാളുടെ ഫെയിലിയർ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അയാളുടെ സ്ട്രെങ്ത് സ്വയം മനസ്സിലാക്കുക എന്ന് പറയാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സാറിന്റെ ഒരു ഫെയിലിയർ എന്തായിരുന്നു എന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. നമ്മൾ എത്ര പോസിറ്റീവ് ആണെങ്കിൽ തന്നെയും പ്രതിസന്ധികൾ ഉണ്ടാവുന്ന ഒരു കോർണറിൽ നമുക്കൊരു ഒരു ധാരണ വേണം. എന്നാൽ മാത്രമേ അത് വരുമ്പോൾ നേരിടാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. MyFin Mega Talk with Fiji Thomas. Sunday 9 AM and 6:30 PM. Watch on YouTube Sunday 8 PM. This program sponsored by Supra Pacific Financial Services Limited, a BSE listed NBFC. അവസരങ്ങളുടെയും വിജയപരാജയങ്ങളുടെയും ലാഭനഷ്ടങ്ങളുടെയും കയറ്റിറക്കങ്ങൾക്ക് പതിറ്റാണ്ടുകളായി സാക്ഷ്യം വഹിക്കുന്ന ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. സാധ്യതകളുടെ ആ മഹാസാഗരത്തിൽ വ്യക്തമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കഴിഞ്ഞ 25 വർഷത്തിലേറെയായി വിജയം കൈവരിച്ച ഒരാൾ. അതെ, സ്റ്റോക്ക് മാർക്കറ്റിലും പോർട്ട്ഫോളിയോ മാനേജ്മെന്റിലും 25 വർഷത്തിലേറെ പരിചയ സമ്പത്തുള്ള സൂരജ് നായർ. Have you heard of the term art of omission? അതായത് ആവശ്യമുള്ള വാർത്തകൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുക. കോംപ്ലക്സ് ആയ എക്കണോമിക് കൺസെപ്റ്റുകൾ ഏറ്റവും ലളിതമായ ഭാഷയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വിദഗ്ധൻ. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖല ഏതുമാകട്ടെ, നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ഫിനാൻസ് ബിസിനസ് രംഗവുമായി ബന്ധമില്ലാത്ത വ്യക്തിയാണെങ്കിലും ഫിനാൻസ് ബിസിനസ് മേഖലയിലെ കൺഫ്യൂസിംഗ് ജാർഗൻസ് അതിന്റെ അന്തസത്ത ഒട്ടും ചോരാതെ സരസമായ അവതരണത്തിലൂടെ MyFin TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. വാർത്തകൾ മാത്രമല്ല, വാർത്തയ്ക്ക് പിന്നിലുള്ള സോഷ്യൽ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് കൂടി അറിയാം, മനസ്സിലാക്കാം. നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്റ്റോക്ക് കണ്ടെത്താം. മാത്രമല്ല, മറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐഡിയകളെ കുറിച്ച് ചിന്തിക്കാം, അറിയാം, വിശകലനം ചെയ്യാം. ഇതിനോടകം തന്നെ ജനങ്ങൾ അംഗീകരിച്ച നെഞ്ചിലേറ്റിയ സൂരജ് നായറിന്റെ പ്രോഗ്രാമുകൾ കാണാൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2020 കോവിഡിന് ശേഷമാണ് പുതിയ പോർട്ടൽ വന്നിരിക്കുന്നത്. ടാക്സ് റീഫണ്ടിന് യോഗ്യനാണോ അത് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? അതിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ എങ്ങനെയായിരിക്കും? ഈ റീഫണ്ടിങ് പെൻഡിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് പരാതി പറയാനായിട്ട് അങ്ങനെ എന്തെങ്കിലും സിസ്റ്റം ഉണ്ടോ? ഇങ്ങനെ റീഫണ്ടിന് പരാതി പറയാനായിട്ട് നോർമലി ഡിപ്പാർട്ട്മെന്റിന് ഒരു ഗ്രീവിയൻസ് പോർട്ടൽ ഉണ്ട്, അല്ലെങ്കിൽ ഗ്രീവിയൻസ് സെല്ലുണ്ട്. ഒരു 6 months ഒക്കെ മുമ്പ് പല അക്കൗണ്ടൻസിൻ്റെ ഒക്കെ ഓഫീസിൽ ഇൻകം ടാക്സിൻ്റെ റെയ്ഡുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു മെയിൽ വരുന്നു, അവിടെ നമ്മുടെ പാൻ നമ്പറും അല്ലെങ്കിൽ ആധാറിൻ്റെ നമ്പറും ഡീറ്റെയിൽസുകളും ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡൊക്കെ അടിച്ചു കൊടുക്കുന്നതിന് മുൻപ് നമ്മളൊന്ന് ആലോചിക്കുക, അത് നമ്മളൊരു സേഫർ ഒരു പ്ലാറ്റ്ഫോമിലാണോ നമ്മൾ നിൽക്കുന്നത്. ITR റീഫണ്ട് കിട്ടാൻ വൈകുന്നത് എന്തുകൊണ്ട്? 7 പ്രധാന കാരണങ്ങളും പരിഹാരങ്ങളും ചാർട്ടേഡ് അക്കൗണ്ടന്റിൽ നിന്ന് നേരിട്ടറിയാൻ കാണുക MyFin പ്രീമിയത്തിൽ ടാക്സ് പ്രോ.
This program co-sponsored by JMJ Fintech, NBFC listed at BSc. In association with Shalom Mattress, everlasting comfort and durability. നമസ്കാരം. ഡീകോഡിംഗ് ബഡ്ജറ്റ് എന്ന ബഡ്ജറ്റിന്റെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഭാരതം ഇന്ന് ഉറ്റുനോക്കിയ 2026 കേന്ദ്ര ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള മൂന്നാം മോദി സർക്കാരിന്റെ ഈ ബഡ്ജറ്റ് കേവലം അക്കങ്ങളുടെ പട്ടികയാണോ അതോ സാധാരണക്കാരന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന വികസന രേഖയാണോ എന്നതാണ് രാജ്യം ഇന്ന് ചർച്ച ചെയ്യുന്നത്. മധ്യവർഗത്തിന് ആദായ നികുതി ഇളവുകൾ, യുവാക്കൾക്കായി ഇന്റേൺഷിപ്പ് പദ്ധതികൾ, കർഷകർക്കും MSME മേഖലയ്ക്കും പ്രത്യേക പാക്കേജുകൾ, ഇങ്ങനെ വാഗ്ദാനങ്ങളുടെ പെരുമഴ തന്നെയാണ് ബഡ്ജറ്റിലുള്ളത്. എന്നാൽ കടക്കണിയും തൊഴിലില്ലായ്മയും നേരിടുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ ഈ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം പര്യാപ്തമാണ്? ഓഹരി വിപണിയും ബാങ്കിംഗ് മേഖലയും ഈ ബഡ്ജറ്റിനെ എങ്ങനെ കാണുന്നു? നിർമ്മല സീതാരാമന്റെ ഈ ബഡ്ജറ്റ് ഒരു വളർച്ചാ ബഡ്ജറ്റാണോ? ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ എന്നോടൊപ്പം സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ്, ബാങ്കിംഗ് വിദഗ്ധനായ ദിലീപ് ജി മേനോൻ, മുൻ വ്യവസായ സെക്രട്ടറി TS ചന്ദ്രൻ, മൈഫിൻ മാർക്കറ്റ് റിസർച്ച് കൺസൾട്ടന്റ് മനു അശോക് എന്നിവർ. ആദ്യം ശ്രീ TS ചന്ദ്രൻ, MSME സെക്ടറിനെ ഈ ബഡ്ജറ്റ് വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്തിട്ടുണ്ടോ? ശ്രീ TS ചന്ദ്രൻ, MSME സെക്ടറിനെ ഈ ബഡ്ജറ്റ് പ്രതീക്ഷിച്ച രീതിയിൽ അഡ്രസ് ചെയ്തിട്ടുണ്ടോ? താങ്കൾക്ക് മടങ്ങി വരാം. ശ്രീ ദിലീപ് ജി മേനോൻ, ബാങ്കുകളിലെ നിക്ഷേപങ്ങളുടെ വളർച്ച കുറയുന്ന സാഹചര്യത്തിൽ പുതിയ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ ബാങ്കിംഗ് മേഖലയിലേക്ക് കൂടുതൽ പണം എത്തിക്കാൻ സഹായിക്കുമോ? ഒരിടവേള. എന്തോന്നേ കേരളത്തിൽ ഇന്നും വലിയൊരു വിഭാഗം സ്റ്റോക്ക് മാർക്കറ്റിനെ ഗാംബ്ലിംഗ് ആയി മാത്രം കാണുകയാണ്. പലരും ഇൻഫ്ലുവൻസേഴ്സിന്റെയും എക്സ്പേർട്സ് എന്ന് സ്വയം വിളിക്കുന്നവരുടെയും സോഷ്യൽ മീഡിയയിലെ മിസ്ലീഡിംഗ് ടിപ്സ് അനുസരിച്ച് കണ്ണടച്ച് തീരുമാനങ്ങളെടുത്ത് അവസാനം വലിയ നഷ്ടത്തിലേക്ക് വഴുതി വീഴുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയം നേടാനുള്ള നിങ്ങളുടെ വജ്രായുധം അറിവാണ്. ഓരോ നിമിഷവും പുറത്തുവരുന്ന നൂറുകണക്കിന് വിവരങ്ങൾക്കും വാർത്തകൾക്കുമിടയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവ മാത്രം സ്വീകരിച്ചാൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാനുള്ള ശ്രമം ശരിയായ ദിശയിലാവും. അതിനായി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് MyFin TV സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 8:30 പ്രീ മാർക്കറ്റ് ഷോ മുതൽ വൈകിട്ട് 3:40 ക്ലോസിംഗ് ഷോ വരെ MyFin സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഓരോ ചലനവും നിങ്ങളിലേക്ക് എത്തിക്കുന്നു.
അവേർലി ലൈവ് അപ്ഡേറ്റുകൾ, ബ്രേക്കിംഗ് അലേർട്സ്, 360 മാർക്കറ്റ് വിശകലനം, അപ്ഡേറ്റ്സ് ഉൾപ്പെടെ 13 പ്രോഗ്രാമുകൾ. ഇൻട്രാഡേ ട്രേഡിംഗ് മുതൽ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് വരെ, ഇൻഡൈസസ് മുതൽ സെക്ടോറൽ ട്രെൻഡ്സ് വരെ, ഗ്ലോബൽ മാർക്കറ്റ്സ് മുതൽ ലോക്കൽ മൂവേഴ്സ് വരെ എല്ലാം ഉൾപ്പെടുത്തി സമഗ്രമായ കവറേജ്. കൂടാതെ ശനി ഞായർ ദിവസങ്ങളിൽ വീക്കെൻഡ് സ്പെഷ്യൽ പ്രോഗ്രാമുകളും. നിങ്ങൾക്ക് ആവശ്യമായത് മാത്രം തിരഞ്ഞെടുക്കാനും ശരിയായ ദിശയിൽ മുന്നേറാനും സഹായിക്കുന്ന നിങ്ങളുടെ വിശ്വസ്തനായ കമ്പാനിയനായി മാറുകയാണ് MyFin TV സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ ബ്ലൈൻഡ് ടിപ്സും മാർക്കറ്റ് റൂമേഴ്സിനെയും ആശ്രയിക്കേണ്ട. സ്റ്റോക്ക് മാർക്കറ്റിലെ ഓരോ ചുവടുവയ്പിലും നിങ്ങളോടൊപ്പം നിങ്ങളുടെ വഴികാട്ടിയായി MyFin TV സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ്. യാത്രകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇന്ത്യക്കുള്ളിലും വിദേശ രാജ്യങ്ങളിലേക്കും വിനോദയാത്രകൾ പോകുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 28 വർഷങ്ങൾക്ക് മുമ്പേ മലയാളികളെ ലോകം കാണിക്കാൻ മുൻകൈയെടുത്ത ഒരു ബ്രാൻഡ്. ലക്ഷറി ആൻഡ് ബഡ്ജറ്റ് യാത്രകൾ വിജയകരമായി കൈകാര്യം ചെയ്തുകൊണ്ട് 3 പതിറ്റാണ്ടായി തുടരുന്ന സോമൺസ് ലെഷർ ടൂർസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബ്രാൻഡിന്റെ കഥ. ഉള്ള കാര്യം അതേപോലെ പറയുക, ആ പറയുന്ന കാര്യങ്ങൾ ഡെലിവറി ചെയ്യുക. കാണുക ബ്രാൻഡ് സ്റ്റോറീസ്, നമ്മുടെ സ്വന്തം MyFin TVയിൽ മാത്രം. ശ്രീ TS ചന്ദ്രൻ, ഈ ബഡ്ജറ്റ് MSME സെക്ടറിന്റെ ആവശ്യങ്ങളെ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്തിട്ടുണ്ടോ? നമസ്കാരം. കേരളം ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ബഡ്ജറ്റ് ആയിരുന്നു ഇത്. രാവിലെ മുതൽ അതിന്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. MSME സെക്ടറിന് ഈ ബഡ്ജറ്റില് പ്രഖ്യാപിച്ചിട്ടുള്ളത് 14,000 കോടി രൂപയുടെ പാക്കേജാണ്. ഗ്രോത്ത് ഫണ്ട് എന്ന നിലയിൽ ഒരു 10,000 കോടിയും മറ്റ് ചില കാര്യങ്ങളെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു 4,000 കോടിയും, അങ്ങനെ ഉൾപ്പെടെ 14,000 കോടി രൂപയാണ് ഈ ബഡ്ജറ്റില് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് 23,000 കോടി രൂപയായിരുന്നു കഴിഞ്ഞ ബജറ്റില് CGTMSE ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ടിലേക്കായിട്ട് നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ മറ്റ് പല ഓൺഗോയിങ് സ്കീമുകളും നടത്തുന്നതിനുള്ള ഫണ്ടും വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കേട്ടപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിച്ചത് MSMEക്ക് വലിയൊരു ബൂസ്റ്റ് കൊടുത്തൊരു ബഡ്ജറ്റാണ് ഇത് എന്നുള്ളതാണ്. എന്നാൽ MSME മേഖലയ്ക്ക് ഫണ്ടിങ് ബഡ്ജറ്റിംഗ് അലോക്കേഷൻ ലെവലില് ഏതാണ്ട് 38% കുറവ് വരുത്തിയ ഒരു ബഡ്ജറ്റാണ് ഇത് കഴിഞ്ഞ ബഡ്ജറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ. ഇനി മറ്റേതെങ്കിലും ഒരു സ്കീം ഇതിന്റെ കൂടെ പ്ലസ് ചെയ്യാനുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാത്ത ഒരു സാഹചര്യത്തില് MSME സെക്ടറിന് മതിയായ പരിഗണന കിട്ടിയില്ല എന്ന് മാത്രമല്ല, അതിന്റെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതില് കാര്യമായി സന്തോഷിക്കാൻ MSME സെക്ടറിന് വലിയ വകയൊന്നുമുണ്ട് എന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റാർട്ടപ്പിന് കൊടുത്ത ആനുകൂല്യങ്ങൾ പോലും ഈ പ്രാവശ്യം വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങളിൽ ഒന്നും കാണുന്നില്ല. ഇപ്പോ മൊത്തത്തിലുള്ള ഒരു ബഡ്ജറ്റ് ഔട്ട്ലേ നോക്കുകയാണെങ്കിൽ, എക്സ്പെൻഡിച്ചർ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം 50.65 ലക്ഷം കോടി ആയിരുന്ന ബഡ്ജറ്റിന്റെ ചെലവ് ഈ വർഷം അത് 53.50 കോടിയായി ഉയർന്നിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം ഉള്ളപ്പോഴും ചെറുകിട മേഖലയ്ക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു കൺസിഡറേഷൻ കഴിഞ്ഞ ടേമിനെ അതുപോലെയെങ്കിലും ഈ ടേമിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ഒരു 1-2 ആശ്വാസകരമായ പ്രഖ്യാപനങ്ങൾ പറയാം. ഒന്ന്, വ്യവസായങ്ങളുടെ റിസീവബിൾസ്
കിട്ടാനുള്ളവ, പ്രോഡക്റ്റ് സപ്ലൈ ചെയ്തിട്ടോ ഒക്കെ കിട്ടാനുള്ളവ, ആ കിട്ടാനുള്ള റിസീവബിൾസ് വെച്ചുകൊണ്ട് അതിന് സെക്യൂരിറ്റി ആയി സ്വീകരിച്ചുകൊണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അതിന് സെക്യൂരിറ്റി ആയി സ്വീകരിച്ചുകൊണ്ട് ഫണ്ട് നൽകാം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഈ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് എന്ന് തോന്നുന്നു. ശ്രീ പി എസ് ചന്ദ്രൻ, ക്രെഡിറ്റ് ഗ്യാരണ്ടിയുടെ പരിധിയിൽ മാറ്റം വരുത്തിയിട്ടില്ലേ ഇത്? ഇല്ല, ക്രെഡിറ്റ് ഗ്യാരണ്ടിയുടെ പരിധിയിൽ മാറ്റം വരുത്തിയിട്ടില്ല. അത് കഴിഞ്ഞ ബഡ്ജറ്റില് 5 കോടി എന്നുള്ളത് 10 കോടിയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ വന്നിട്ടുള്ളതാണ് 25-ല്. 26-ലെ ബഡ്ജറ്റിലെ ക്രെഡിറ്റ് ഗ്യാരണ്ടിയെ തൊട്ടിട്ടില്ല. 25-ലെ ബഡ്ജറ്റിൽ തന്നെ നല്ല ഒരു തുക ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റിന് ബഡ്ജറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബഡ്ജറ്റിലും അങ്ങനെ ഒരു തുക മാറ്റി വെച്ചതായിട്ട് കാണുന്നില്ല. മാത്രമല്ല, ഈ സെൻട്രലി സ്പോൺസേഡ് ആയിട്ടുള്ള സെൻട്രലി ഇംപ്ലിമെന്റ് ചെയ്തു വരുന്ന പല പ്രോജക്റ്റുകളുടെയും ഇംപ്ലിമെന്റേഷൻ ലെവലിൽ കുറച്ചു മുൻപ് തന്നെ, ഒരു 6 മാസം മുൻപ് തന്നെ വലിയ തോതിലുള്ള കട്ട് ഷോട്ട് നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഏറ്റവും ഫലപ്രദമായി ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് PMEGP അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിലേക്കുള്ള അപേക്ഷ അപ്ലോഡ് ചെയ്യുന്നത് പോലും ഏറെക്കുറെ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. നിങ്ങൾ സബ്സിഡി കിട്ടും എന്ന് കരുതി അപേക്ഷയൊന്നും ചെയ്യണ്ട എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അപ്പൊ പതുക്കെ അത്തരം സ്കീമുകൾ ഇല്ലാതാക്കാൻ പോവുകയാണോ എന്ന് സംശയിക്കേണ്ട രീതിയിലാണ് ഇന്നത്തെ വ്യക്തമാണ്. വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ കൂടി. ഒന്ന്, സിംഗിൾ വിൻഡോ സിസ്റ്റം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഇംപ്ലിമെന്റേഷനിൽ നാഷണൽ ലെവലിൽ കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ എല്ലാ സംസ്ഥാനത്തെയും വ്യവസായങ്ങളെ ഒരുപോലെ പുഷ്ടിപ്പെടുത്തുന്നതിന് ഗുണപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ എക്സ്പോർട്ട് പ്രൊമോഷൻ സെന്റേഴ്സ്, അതുപോലെ ഫാർമ വ്യവസായങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക പരിഗണനയുണ്ട്. ഫാർമ ഹബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് 10,000 കോടിയുടെ ഒരു ബഡ്ജറ്റ് പ്രൊവിഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടെക്സ്റ്റൈൽ ആൻഡ് ട്രഡീഷണൽ ഇൻഡസ്ട്രിക്കും കുറേയേറെ ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറുകിട വ്യവസായ മേഖലയെ ബൂസ്റ്റ് ചെയ്യുക നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ സെക്കൻഡ് എഞ്ചിൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ബൃഹത്തായ ഒരു സെക്ടറിനെ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ദിലീപ് ജി മേനോൻ, ബാങ്കുകളിലെ നിക്ഷേപങ്ങളുടെ വളർച്ച കുറയുന്ന സാഹചര്യത്തിൽ പുതിയ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ ബാങ്കിംഗ് മേഖലയിലേക്ക് കൂടുതൽ പണം എത്തിക്കാൻ സഹായിക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം കഴിഞ്ഞ വർഷത്തെ 2025-ലെ ബാങ്കിങ് മേഖലയുടെ പരിഷ്കരണങ്ങൾ കൂടുതലായിട്ടും നമ്മൾ ഈ ഫിനാൻസ് സെക്ടറിനെ ഏറ്റവും സെക്യൂർ ആക്കുന്ന രീതിയിലുള്ള ഡെവലപ്മെന്റ്സുകൾ, അപ്പൊ എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സിന് വിശ്വാസ്യത കൂട്ടാൻ, എന്തൊക്കെ മേഖലകളിൽ ഏതൊക്കെ തരത്തില് ബാങ്കിങ് മേഖലയെ ശക്തിപ്പെടുത്താവുന്ന രീതിയിലുള്ള ഇംപ്ലിമെന്റേഷൻ ആയിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പല ഏരിയകളിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പ്രധാനമായിട്ടും ബാങ്കിങ് മേഖലയുടെ സ്വീകാര്യത അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് അത് ഏറ്റവും, അതായത് ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും സെക്യൂർ. കാരണം അതിനു മുമ്പുള്ള ഒരുപാട് ബാങ്കിങ് മേഖല വളരെ മോശമായ ഒരു അവസ്ഥയിലൊക്കെ ബാങ്കിങ് മേഖല വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് സംഭവവികാസങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അടുത്ത തലത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന് ഉയർത്തണമെങ്കിൽ ബാങ്കിങ് മേഖലയെ ഏറ്റവും ശക്തമായിട്ട് കൊണ്ടുവരേണ്ടതുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ബാങ്കിങ് മേഖലയുടെ വിവിധ ഏരിയകളിൽ കൃത്യമായിട്ട് പഠനങ്ങൾ വിധേയമാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്നത്. അതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ച തന്നെയാണ് ഇപ്പോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബഡ്ജറ്റിനെ ആ ഒരു വർഷത്തെ ബഡ്ജറ്റായിട്ട് മാത്രമല്ല കാണേണ്ടത്. കാരണം ഈ ഇന്ത്യ നമ്മുടെ ഭാരതം എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ പാകത്തിലുള്ള പരിഷ്കരണങ്ങൾക്കാണ് ഞാൻ ധനകാര്യമന്ത്രി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിനെ എന്തൊക്കെയാണോ അപ്പൊ അവര് കൃത്യമായിട്ട് അതിനെ പഠനവിധേയമാക്കിയിട്ട് അടുത്ത തലത്തിലേക്ക് നമ്മളെ രാജ്യത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ വരുന്ന തലത്തിലേക്ക് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ഏറ്റവും ശക്തമാക്കാൻ ഉതകുന്ന തരത്തിലുള്ള പ്രക്രിയകളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ബഡ്ജറ്റിൽ തന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ടും ബാങ്കിങ് മേഖലയെ ശക്തിപ്പെടുത്താൻ, ബാങ്കിങ് മേഖലയെ വിശ്വാസ്യത ഉയർത്താൻ, അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയെ അടുത്തൊരു തലത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്ന അവസ്ഥയെ എങ്ങനെ സഹായിക്കാൻ ഉതകുന്ന രീതിയിൽ
ബാങ്കിങ് മേഖലയെ പരിഷ്കരിക്കാം എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ശരി, വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ മനു അശോക്, ഇന്നത്തെ ബഡ്ജറ്റ് വിപണിയെ എങ്ങനെയാണ് ബാധിച്ചത്? വളരെ മോശം. 10-ലൊരു 0 ഞാൻ കൊടുക്കാത്തത് ഓക്കെ, ഒരു 3 മാർക്ക് കൊടുക്കാം. ഇന്ന് PSU ബാങ്ക് PSU ആസ് ഇറ്റ് ഈസ് PSU ബാങ്ക്സ് ഇൻഡെക്സ് 5.56% ഡൗൺ ആണ്. ബാങ്കിങ് ഓവറോൾ 2% കൂടുതൽ ഡൗൺ ആണ്. നിഫ്റ്റിയും 2% ആണ്. 495.2% നിഫ്റ്റി പോയത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് STT തന്നെയാണ്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. അതിന് 3 എഫക്റ്റാണ് ഉള്ളത്. ഒന്ന്, ഈ മാർക്കറ്റിൽ ലിക്വിഡിറ്റി കൊണ്ടുവരുന്നത് ഈ ട്രേഡേഴ്സാണ്. നമ്മൾ എങ്ങനെ വേണേൽ ക്രിട്ടിസൈസ് ചെയ്യാം, അവരുടെ പൈസ പോകുന്നു, അത് എല്ലാ രീതിയിലും ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷെ മാർക്കറ്റിൽ ലിക്വിഡിറ്റി കൊണ്ടുവരുന്നത് ട്രേഡേഴ്സാണ്. അപ്പൊ ഈ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സസ് ഒരു ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ഞാൻ പറയാം. ഇപ്പൊ ഞാനിപ്പോ നിഫ്റ്റി ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോ അപ്രോക്സിമേറ്റ്ലി 0.2% ആണ് STT സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജ്. ആ രീതിയിൽ ഞാൻ കൊടുക്കുന്നത് ഏകദേശം 322 രൂപയുടെ അടുത്താണ്. അത് നേരെ 806 രൂപയായിട്ട് മാറുക. അപ്പൊ ഈ സ്കാൽപ്പേഴ്സ് മാർക്കറ്റ് മേക്കേഴ്സ്, മാർക്കറ്റിൽ ലിക്വിഡിറ്റി കൊണ്ടുവരുന്ന ആളുകൾ, അവരൊക്കെ ഒറ്റയടിക്ക് വല്ലാതാവും. ഇപ്പൊ ഞാൻ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്റെ 10 പോയിന്റ് ആയിരിക്കും ചിലപ്പോ എന്റെ എന്താ പറയാ നോ പ്രോഫിറ്റ് നോ ലോസ്. അതിപ്പോ നേരെ 20 പോയിന്റ് ആവും. അപ്പൊ ആൾറെഡി ഒരു ലോസ് മേക്കിംഗ് ഒരാളെ ഒന്നുകൂടെ പുഷ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. രണ്ടാമത് FPI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, അവരിതിനെ എങ്ങനെ കാണുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ന് മോസ്റ്റ്ലി എൻ്റെ ഒരു ഇൻഫർമേഷനിൽ FPI മാർക്കറ്റിൽ ഇല്ലായിരുന്നു, FPI ട്രേഡിംഗിൽ ഇല്ലായിരുന്നു. ഈവൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ന് ട്രേഡിംഗിൽ ഇല്ലായിരുന്നു. അവർ നാളെ വന്നിട്ട് എങ്ങനെ ഇതിനെ കാണുമെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഇത് വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിപ്പോയി, ഈ STT ബേസ്ഡ് ഡിസിഷൻ. ശരി, രണ്ടാമത് പറഞ്ഞോളൂ. മാർക്കറ്റിന്റെ ഒരു വലിയൊരു എക്സ്പെക്ടേഷൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരും. അത് ഒന്നും വന്നില്ല. മൂന്നാമത് കോർപ്പറേറ്റ് ടാക്സേഷനിൽ തൊട്ടേയില്ല, അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. നാലാമത് നമ്മൾ നോക്കുമ്പോൾ ഒരു ഇൻഡസ്ട്രിക്കും ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻസെന്റീവ്സോ ഒരു ബെനിഫിറ്റോ കിട്ടിയിട്ടില്ല. അപ്പൊ ഓവറോൾ ആയിട്ട് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതിന്റെ കൂടുതൽ അത് ഡെപ്തിൽ പോകുമ്പോൾ ചിലപ്പോ കൂടുതൽ കാര്യങ്ങൾ റിലീവായിട്ട് വരാം. ശരി, നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് പോകാം. ശ്രീ TS ചന്ദ്രൻ, നമ്മൾ MSME സെക്ടറിനെ കാര്യമായി പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ 10,000 കോടി രൂപയുടെ MSME ഗ്രോത്ത് ഫണ്ട് വരുന്നുണ്ട്. അത് ഗ്രൗണ്ട് ലെവൽ MSMEകൾക്ക് യഥാർത്ഥത്തിൽ ലഭ്യമാകുമോ? ശരിക്കും പറഞ്ഞാൽ അതൊരു ഫ്ലെക്സിബിൾ ഫണ്ടായിട്ടാണ് ഇപ്പോൾ ബഡ്ജറ്റിൽ കാണുന്നത്. ഈ MSME സെക്ടറിന്റെ ഏത് മേഖലയിൽ വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിക്കാണ് ആ ഒരു ഫണ്ട് ഉള്ളത്. പക്ഷെ അതിൽ പ്രശ്നം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം 23,000 ക്രോസ് ഉണ്ടായിരുന്നതാണ് ഈ പ്രാവശ്യം 14,000 ക്രോസ് ആയിട്ട് കുറഞ്ഞതെന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ ഫ്ലെക്സിബിലിറ്റി പറഞ്ഞാലും ബോട്ടം ലെവലിലേക്ക് ഈ ഫണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലും അനുസരിച്ച് പോലും മതിയായ രീതിയിൽ എത്തില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പല്ലേ. അപ്പോൾ ഫണ്ടിങ്ങിന്റെ ഫ്ലോയിൽ കുറവുണ്ടാകും എന്ന കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. മാത്രമല്ല മറ്റൊരു ഒരു പ്രകടമായിട്ടുള്ള ഒരു പ്രശ്നമുള്ളത് ഈ ഗ്രാമീണ മേഖലയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, ഗ്രാമീണ വിപണിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് MSME സെക്ടറുകള് പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും വിൽക്കുകയും സർവീസ് നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ഗ്രാമീണ മേഖലയുടെ അവസ്ഥ വലിയ തോതിൽ ഈ ബഡ്ജറ്റും അതുപോലെ മറ്റു കാര്യങ്ങളും ഗ്രാമീണ മേഖലയുടെ അവസ്ഥ വല്ലാണ്ട് ശോഷിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇത് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഒറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ MNREGS എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിലെ
റൂറൽ ഇൻഡസ്ട്രിയെ, റൂറൽ പർച്ചേസിംഗ് പവറിനെ വല്ലാണ്ട് സ്വാധീനിച്ചിരുന്ന, മെച്ചപ്പെടുത്തിയിരുന്ന ഒരു ഘടകമായിരുന്നു. അതിനെ റാംജി പദ്ധതി എന്ന പേരിൽ പുനർനാമകരണം ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ 40% സ്റ്റേറ്റ് ചെയ്യണമെന്നായി, 60% മാത്രമേ സെൻട്രൽ ചെയ്യൂ എന്നായി അങ്ങനെ നിയമത്തിൽ മാറ്റി വന്നു. പക്ഷെ ഇതില് സഫിഷ്യന്റ് ആയ ഒരു ഫണ്ട് മാറ്റി വെച്ചിട്ട് ഇപ്പോഴും അതിനെ അഡ്രസ് ചെയ്തിട്ടില്ല. ഈ റാംജി പദ്ധതിയൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ വിഷണറി ആയിട്ടുള്ള നമ്മുടെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് കൊണ്ടുവന്ന അതിബൃഹത്തായ ഒരു പദ്ധതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഭാരതം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നാം കണ്ട ഏറ്റവും പ്രബലമായ പ്രാധാന്യമുള്ള 2 പദ്ധതികൾ ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് MNREGS-ഉം തൊഴിലുറപ്പ് പദ്ധതിയും, മറ്റൊന്ന് വിവരാവകാശ നിയമവുമാണ് എന്ന് കണ്ണുമടച്ച് നമുക്ക് പറയാൻ കഴിയും. അത്രമാത്രം പൗരന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്ത, അഡ്രസ് ചെയ്ത മറ്റൊരു നിയമം കേരളത്തിൽ, ഈ ഭാരതത്തിൽ കൊണ്ടുവന്നിട്ടില്ല. റൈറ്റ് ടു വർക്ക് എന്ന ഒരു വ്യക്തിയുടെ, ഇന്ത്യൻ ഭരണഘടന നൽകുന്ന റൈറ്റ് ടു വർക്ക് എന്ന് പറയുന്ന ഒരു പൗരന്റെ അവകാശം അഡ്രസ് ചെയ്ത അതിബൃഹത്തായ ഒരു നിയമമായിരുന്നു അത്. ആർക്ക് വേണമെങ്കിലും സ്വന്തം പ്രദേശത്തെ ഗ്രാമപഞ്ചായത്തിൽ പോയി തൊഴിലിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിനും 100 ദിവസത്തെ തൊഴില് എൻഷുർ ചെയ്യുന്നതിനും ആ പദ്ധതി വിഭാവന ചെയ്തിരുന്നു. അത് 2005 മുതൽ വളരെ ഫലപ്രദമായി നടപ്പിലാക്കി വരികയാണ്. ഇപ്പം നമ്മളൊക്കെ പല ആൾക്കാരും അത് പറയുന്നുണ്ട്, കൂട്ടം കൂടി നിൽക്കുന്നേ ഉള്ളൂ, പണിയെടുക്കുന്നില്ല എന്നൊക്കെ. ഇതൊരു സോഷ്യൽ ഗ്യാതറിങ്ങിനെ ഒക്കെ സൗകര്യപ്പെടുത്തുന്ന, റൂറൽ തലത്തിലേക്ക് പാവപ്പെട്ടവന്റെ കൈകളിലേക്ക് കുറെ പൈസ എത്തിക്കുന്ന പരിപാടിയായിരുന്നു. ഈ പരിപാടി ഏറെക്കുറെ നിൽക്കാൻ പോവുകയാണ് എന്നാണ് ഇന്നത്തെ ബജറ്റിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം. അതിന് 2 കാരണങ്ങൾ. ഒന്ന്, ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ തലത്തിൽ വലിയ തോതിലുള്ള റെസ്ട്രിക്ഷൻസ് നിരന്തരമായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് MNREGS-ല് 20 വർക്കുകൾ മാത്രമേ അറ്റ് എ ടൈമില് ഈ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. 20 വർക്ക്. ആ പഞ്ചായത്തിന് ഈ 20 വർക്കും എക്സിക്യൂട്ട് ചെയ്ത് അതിന്റെ സിറ്റിസൺസ് ഇൻഫർമേഷൻ ബോർഡും സ്ഥാപിച്ച് അതും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്തൊരു വർക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഒത്തിരി വാർഡുകളൊക്കെ ഉള്ള പഞ്ചായത്തുകളിൽ 1 വർക്കോ 2 വർക്കോ ആയിട്ട് ലിമിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ 100 ദിവസം പോയിട്ട് ഒരു 15 ദിവസം പോലും വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ സ്കീം മാറ്റപ്പെടും എന്നുള്ളതാണ്. അതുപോലെ നിരവധിയായിട്ടുള്ള ഈ ബോട്ടം ലെവലിലെ എക്കണോമിക് ഗ്രോത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾക്ക് ഫണ്ടില്ല, പ്രോത്സാഹനമില്ല. ശരി, ഗൗരവം അറിയിക്കുന്ന ഒരു വിഷയമാണത്. ശ്രീ ദിലീപ് ജി മേനോൻ, ക്യാപെക്സിന്റെ വർധന ബാങ്കുകളുടെ ക്രെഡിറ്റ് ഗ്രോത്ത് എത്രത്തോളം ഉയർത്തും? ഇപ്പോഴത്തെ സാഹചര്യത്തില് ഞാൻ മനസ്സിലാക്കുന്നത് ക്യാപെക്സിന്റെ അതിനും അപ്പുറമായിട്ട് നമ്മൾ കാണേണ്ടത് നമ്മുടെ ഭാരതം എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം എന്നും ബാങ്കിങ് മേഖല സുശക്തമായിരുന്നു. ആ സുശക്തമായതുകൊണ്ട് മാത്രമാണ് വേൾഡിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ടും നമ്മുടെ മേഖല മാത്രം ഇപ്പോഴും ശക്തമായിട്ട് നിൽക്കാൻ കാരണം. ഇപ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അടുത്തൊരു റീഫോമിലേക്ക് ഭാരതം മുതിർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിന്റെ ബാങ്കിങ് മേഖലയെ, അതായത് നമ്മൾ മനസ്സിലാക്കിയത് ബാങ്കിങ് ഫോർ വികസിത് ഭാരത് എന്നുള്ള രീതിയിൽ ഒരു ഹൈ പവർ കമ്മിറ്റിയെ വെച്ചിട്ട് എല്ലാ മേഖലകളെയും, ഈ ബാങ്കിങ് മേഖലയെ അടുത്ത തലത്തിലേക്ക് നമ്മൾ ഉയരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചേഞ്ചസുകളാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പൊ ക്യാപെക്സിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് പറഞ്ഞ നമ്മൾ കാണേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ ചെറിയ ഒരു വ്യത്യാസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വരുന്നത് കൊണ്ട് അത് നമ്മൾ ഇതിനെ വല്ലാതെ എഫക്ട് ചെയ്യുന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബാങ്കിങ് മേഖല നമുക്ക് അങ്ങനെയാണെങ്കിൽ അറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ടും ഇപ്പോ ഏറ്റവും ബ്ലണ്ടർ ആയിട്ടുള്ള പല തീരുമാനങ്ങളിൽ നിന്നും പലരും വിശേഷിപ്പിച്ചടുത്തു നിന്നാണ് ബാങ്കിങ് മേഖലയെ അല്ലെങ്കിൽ ഭാരതം തന്നെ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷനിൽ എത്തുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടൊന്നും പ്രത്യേകമായിട്ടും ഭാരതത്തിന്റെ ബാങ്കിങ് മേഖലയെ വലിയ കാര്യമായിട്ടൊന്നും മാറ്റങ്ങൾ വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഒന്നും അത് വലിയ കാര്യമായിട്ട് അത് ബാധിക്കുക തന്നെയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതം ഏറ്റവും
വലിയ തരത്തിൽ ബാങ്കിങ് മേഖലയെ കെട്ടിപ്പടുക്കാൻ, അതായത് ഏറ്റവും അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ പോകുന്ന രീതിയിലേക്കാണ് ബാങ്കിങ് ഫോർ വികസിത് ഭാരത് എന്ന തലത്തിലേക്ക് നിർമ്മല സീതാരാമൻ മുമ്പോട്ട് വച്ചിരിക്കുന്ന ആ ഒരു സങ്കല്പം. അത് അത്യാവശ്യമാണ്. കാരണം ഇനി അടുത്ത തലത്തിലേക്ക് പോകണമെങ്കിൽ നമ്മളുടെ മുമ്പിൽ വരുന്ന വെല്ലുവിളികൾക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ രാജ്യത്ത് വരുന്ന തലങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ നമ്മുടെ മേഖലയെ കൃത്യമായിട്ട് കെട്ടിപ്പടുക്കണമെങ്കിൽ സുശക്തമായും വിശ്വാസയോഗ്യവുമായ ഒരു ബാങ്കിങ് മേഖല ഉണ്ടായേ പറ്റുള്ളൂ. അപ്പൊ അതിന് തരത്തിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൊണ്ടുവന്നത്. പക്ഷേ ഈ മൂലധന ക്യാപെക്സിനായിട്ട് 12 ലക്ഷം കോടി രൂപ വകയിരുത്തുമ്പോൾ രാജ്യത്തിൻ്റെ ധനക്കമ്മി നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിക്കുമോ? ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ പണപ്പെരുപ്പത്തിന് കാരണമാകില്ലേ? ഇത് നമുക്ക് അറ്റ് എ ടൈമിൽ അങ്ങനെ തോന്നാമെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞാനതാ ഞാൻ പറഞ്ഞ ഒരു തലത്തിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു തലത്തിലൊക്കെ ഇത് ശരിക്കും പറഞ്ഞ വെല്ലുവിളി ഉയർത്താവുന്നതാണ്. അപ്പൊ അങ്ങ് പറഞ്ഞ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ടായിരിക്കണമല്ലോ നമ്മുടെ ധനമന്ത്രി ശരിക്കും ഇതിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അവര് ഇതിനെ എങ്ങനെയാണോ ഇത് നമ്മളെ എഫക്ട് ചെയ്യുന്നത് അതിന് തലത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ഉതകുന്ന പ്രഖ്യാപനങ്ങളും പദ്ധതികളും അവരുടെ മനസ്സിലുണ്ടാവും. ശരിക്കും ഈ പറയുന്ന നേരായ വഴിക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് പരപ്പരവ് ഉണ്ടാക്കേണ്ടതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങളോട് എത്രമാത്രം ക്രിയാത്മകമായിട്ടാണ് ഈ ബഡ്ജറ്റ് പ്രതികരിച്ചിരിക്കുന്നത്? എന്നോടാണോ? അല്ല, ശ്രീ ബിജു കേൾക്കാമോ? ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ മനു അശോക്, ഈ ബഡ്ജറ്റ് മാർക്കറ്റ് ഫ്രണ്ട്ലി ആണോ അതോ ഒരു മാർക്കറ്റ് ന്യൂട്രൽ ആണോ? ഇത് മാർക്കറ്റ് ഫ്രണ്ട്ലി അല്ല, മാർക്കറ്റ് നെഗറ്റീവാണ്. നമ്മൾ കഴിഞ്ഞൊരു 3-4 വർഷത്തെ ബഡ്ജറ്റ് എടുത്താൽ എപ്പോഴും ഗവൺമെന്റ് പബ്ലിക് സെക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അത് BEL ആയിക്കോട്ടെ, BHEL ആയിക്കോട്ടെ, റെയിൽവേ ബേസ്ഡ് ഷെയർസ് ആയിക്കോട്ടെ, പബ്ലിക് സെക്ടറിന് എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പുഷാണ് സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഒന്നുമില്ല, അബ്സല്യൂട്ട്ലി നത്തിങ്. ഇപ്പൊ സാർ നോക്കിക്കോളൂ, ആവറേജ് ഷെയർ പ്രൈസ് താഴെ വന്നിരിക്കുന്നതൊക്കെ 5% കൂടുതലാണ്. അത് BEL ആയിക്കോട്ടെ, BHEL ആയിക്കോട്ടെ. അപ്പൊ ഇവരിപ്പം ഡിസ്ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറയുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് 80,000 crore റുപ്പീസിന്റെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ത്രൂ പബ്ലിക് സെക്ടർ സെയിൽസ് ആണ്. അപ്പൊ ഈ പബ്ലിക് സെക്ടറിന്റെ ഷെയർ പ്രൈസ് തന്നെ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ അത് എങ്ങനെ മാനേജ് ആകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു കാര്യം. പിന്നെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാ അസറ്റ് ക്ലാസ്സുകളും എടുത്തോളൂ, ഏത് അസറ്റ് ക്ലാസ് വേണമെങ്കിലും എടുത്തോളൂ, ഇക്വിറ്റി, ഗോൾഡ്, ഈവൻ റുപ്പി എല്ലാം താഴെ പോകുന്നു. അത് വല്ലാത്തൊരു എക്കണോമിക് സിറ്റുവേഷനാണ്. ഇങ്ങനെ എല്ലാ അസറ്റ് ക്ലാസ്സുകളും ഒരുമിച്ച് താഴെ പോകുക എന്ന് പറയുന്നത് ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. റുപ്പി താഴെ പോകുന്നത് വെച്ചാൽ ഒരു സെക്ടർ മാത്രം ഇന്ന് പിടിച്ചു നിന്നു, അത് ബഡ്ജറ്റുമായിട്ട് വലിയ കണക്ഷൻ ഇല്ലാത്ത സെക്ടറാണ്, അത് നമ്മുടെ IT ആണ്. അത് ഇന്ന് പോസിറ്റീവില് തീർന്നു. അത് ഒന്നും ബഡ്ജറ്റുമായിട്ട് കണക്ഷൻ ഇല്ല. പിന്നെ വെളിയിലുള്ള ട്രേഡേഴ്സ് ചിലപ്പം ഇന്ന് ഉണ്ടായില്ല, അതുകൊണ്ടായിരിക്കാം. തിങ്കളാഴ്ച, അതായത് നാളെ, വളരെ ക്രിട്ടിക്കലാണ്. ഈ FIIസും FPIസും പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സും അവരിത് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരിത് നെഗറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് വളരെ മോശം കണ്ടീഷനിലേക്ക് പോകാനുള്ള മുഴുവൻ സാധ്യതകളുണ്ട്. ടെക്നിക്കലി ആൾറെഡി നമ്മൾ വീക്കാണ്. എല്ലാ ടെക്നിക്കൽ ലെവൽസിന്റെയും താഴോട്ട് പോയി മാർക്കറ്റ്. ഇതാണ് ഇതിന്റെ ഓവറോൾ ആയിട്ടുള്ള ഇഷ്യൂസ്. തിങ്കളാഴ്ച മാർക്കറ്റ് ബഡ്ജറ്റിനോട് പ്രതികരിക്കും. ആ പ്രതികരണം നെഗറ്റീവ് ആയിരിക്കുമെന്ന് കരുതാൻ കഴിയുമോ? എന്റെ അസംഷൻ അങ്ങനെ തന്നെയാണ്. അത് ഇനിയും താഴെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എവിടെയെങ്കിലും ഒരു ബോട്ടം അടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ FPIസിന്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് അത്ര താല്പര്യം ഉണ്ടാകണമെന്നില്ല ഈ ഒരു പർട്ടിക്കുലർ നമ്പേഴ്സ്, ഈ ഒരു സിസ്റ്റം. അതാണ് എൻ്റെ ഒരു അസംഷനാണ്. എല്ലാത്തിനും നന്നായിരുന്നു, അല്ലെങ്കിൽ DIIs വൻതോതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നന്നായിരുന്നു. എല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ ആണ്.
FPS കണ്ടിന്യൂസ്ലി സെൽ ചെയ്യുന്നു, DIS മേടിച്ചുകൊണ്ടിരിക്കുന്നു. അത് പക്ഷെ എത്ര നാൾ ഇത് നടക്കും? ഈ ബൈബാക്കിൽ ടാക്സ് ഏർപ്പെടുത്താനുള്ള നീക്കം മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടോ? മൊത്തത്തിലൊരു നെഗറ്റീവ് മോഡിലേക്ക് പോയി സർ. എല്ലാ രീതിയിലും നമ്മളൊരു നെഗറ്റീവ് ഒരു ഇന്നത്തെ വിക്സ് ഫോർ എക്സാമ്പിൾ ഇന്നത്തെ വോളറ്റിലിറ്റി ഇൻഡെക്സ് 10.79 ആണ് പോയത്. 10.79 ആണ് കൂടിയത്. അതായത് 15 മേളിൽ പോയി. 15.10. 15 മേളിൽ പോയി വളരെ കോഷ്യസ് ആണ്. ഒരു 17-18 ഒക്കെ ആകുമ്പോൾ നമ്മൾ വളരെ ഒരു ഡേഞ്ചർ സോണിലോട്ട് എൻട്രി ചെയ്യാം. അപ്പൊ നാളെ കൂടെ ഒരു നെഗറ്റീവ് പറ്റി വന്നാൽ വിക്സ് നമ്മളൊരു ഡേഞ്ചർ സോണിൽ ഇട്ടു പോവുകയും മാർക്കറ്റിലോട്ട് ഫർദർ സെല്ലിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ TS ചന്ദ്രൻ, MSME മേഖലയിൽ ഈ ബഡ്ജറ്റ് എന്ത് മാറ്റം വരുത്തുമെന്നാണ് താങ്കൾ കരുതുന്നത്? നിലവിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഇപ്പൊ ക്രെഡിറ്റ് ഗ്യാരണ്ടി ആണെങ്കിൽ 10 കോടി രൂപ വരെ, ചില സെൻട്രലി സ്പോൺസേഡ് സെൻട്രൽ പേ ചെയ്യുന്ന സ്കീമുകളാണെങ്കിൽ ഇപ്പോൾ PMEGP ആയാലും PMFME ആയാലും സർക്കുലർ എക്കോണമി ആയാലും അതുപോലുള്ള സ്കീമുകൾ, ഇതെല്ലാം ഇതേ രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഫണ്ട് വെച്ചുകൊണ്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ഇത് ഒരു ഫൈനൽ ഫണ്ടാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ MSME ക്ലസ്റ്ററുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ക്ലസ്റ്ററുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ 70-80% വരെ ഗ്രാന്റ് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പൊ അതിനൊക്കെ തന്നെ ഈ ഒരു സഫീഷ്യന്റ് ഫണ്ട് മതിയാകാതെ വരും എന്നുള്ളതാണ്. ഇപ്പൊ അതിൽ വന്നിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് അത് വല്ലാണ്ട് ഗുണം ചെയ്യും. കാരണം കേരളത്തിലെ മാർക്കറ്റ് ഗവൺമെന്റിനായാലും ശരി പല പ്രോഡക്റ്റുകളും സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തിന് പൈസ കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ നല്ല വർക്ക് ഏറ്റെടുത്ത് കംപ്ലീറ്റ് ചെയ്തു, അതിന്റെ പൈസ കൃത്യമായിട്ട് കിട്ടുന്നില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ ഇൻട്രസ്റ്റിന് ഈ ഒരു റിസീവബിൾസ് കിട്ടാനുള്ള തുകയുടെ ബില്ല് വെച്ചുകൊണ്ട് ബാങ്കുകൾക്ക് പണം, ലോണോ ക്രെഡിറ്റോ ഫിനാൻസോ ഈസി ഫിനാൻസ് ആയിട്ട് ചെയ്യാം എന്ന് പറയുന്ന ഒരു തീരുമാനം, അത് കുറച്ച് മെച്ചപ്പെട്ട ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഗുണം ശരിക്കും നമുക്ക് കിട്ടും. ഇത് സെക്ടർ വൈസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഫാർമ സെക്ടറിന് കുറച്ച് മെച്ചപ്പെട്ട ഒരു പാക്കേജ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് 5 വർഷത്തേക്കാണെങ്കിൽ കൂടി 10,000 കോടിയുടെ പാക്കേജാണ് ഫാർമ സെക്ടറിന് മാത്രമായിട്ട് നീക്കി വെച്ചിട്ടുള്ളത്. അത് ആ മേഖലയ്ക്ക് വല്ലാണ്ട് ഗുണം ചെയ്യും. കാരണം ഇന്ത്യയുടെ ഒരു യുണീക്നെസ് ഉണ്ട്. വേൾഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മരുന്ന്, പ്രത്യേകിച്ച് ജനറിക് മെഡിസിന്റെ ഒക്കെ ഉൽപാദനത്തില് വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഈസ്റ്റേൺ യൂണിയനുമായിട്ടൊക്കെ യൂറോപ്യൻ യൂണിയനുമായിട്ടൊക്കെ കരാറ് ഏർപ്പെട്ട് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന, ആശ്വാസകരമായി നിൽക്കുന്ന ഈ സമയത്ത് അത്തരത്തിലൊരു മിഷൻ വളരെ ഗുണം ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന്റെ പ്രൊഡക്ഷൻ നമുക്ക് വേൾഡ് വൈഡില് വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖലയാണ്. അതോടൊപ്പം നമ്മുടെ കേരളത്തിന് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ MSME സെക്ടറിന് ഗുണം ചെയ്യുന്ന മറ്റൊന്നാണ് നാളികേര വികസനവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രോജക്റ്റുകളും സംവിധാനങ്ങളും. അതിന് കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് അതിന് പറയുന്നില്ല. പക്ഷെ നാളികേര വികസനം, അതിന്റെ ഏറ്റവും വലിയ ഒരു ഗുണഭോക്താവായിട്ട് വരാൻ പോകുന്നത് കേരളമാണ്. അതിന്റെ വാല്യൂ അഡീഷൻ മുതൽ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ കോക്കനട്ട് ട്രീസ് റീപ്ലേസ് ചെയ്യുന്നതിന് ഈ പദ്ധതി വലിയ തോതിൽ ലക്ഷ്യം വെക്കുന്നു. അത്തരം കാര്യങ്ങളെ അത് പ്രോത്സാഹിപ്പിക്കും. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല എന്നുള്ള നിലയിൽ കോക്കനട്ട് ഓയിൽ, അതിന്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ, മറ്റു നിരവധി വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾക്കും ഒരു പക്ഷേ ഇത്തരം സംരംഭങ്ങൾ ഗുണം ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രി ആയിട്ടുള്ള ക്യാഷ്യൂ, കൊക്കോ, അത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ കുറച്ചൊരു പ്രാധാന്യം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ പ്രീമിയം ഗ്ലോബൽ ബ്രാൻഡുകൾ ഉണ്ടാക്കണം എന്ന ഒരു ആശയവും ഇവിടെ മുന്നോട്ട് വച്ചിട്ടുണ്ട്.
ഇപ്പൊ നമുക്കറിയാം വേൾഡ് വൈഡിൽ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടേതായിട്ട് എന്ന് പറയാവുന്ന ബ്രാൻഡ് എത്ര ബ്രാൻഡുകളുണ്ട് നമുക്ക്. എന്നാൽ വിദേശ രാജ്യങ്ങളുടെ ബ്രാൻഡുകൾ, എത്രയോ ബ്രാൻഡുകളാണ് ഇന്ത്യയിൽ ഇഷ്ടംപോലെ വിൽക്കപ്പെടുന്നത്. അപ്പൊ ബ്രാൻഡ് ക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ സാധ്യതയുള്ള വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതിനെ ഇത് അഡ്രസ് ചെയ്തിട്ടുണ്ട്. സാൻഡൽവുഡ്, അതുപോലെ ടെക്സ്റ്റൈൽസ്, അതുപോലെ ട്രഡീഷണൽ ഗാർമെന്റ്സ്, നമ്മുടെ ഇന്ന് നിർമ്മല സീതാരാമൻജി ഉടുത്ത കൂത്താമ്പ് സാരി പോലെ അതുപോലുള്ള ഡ്രസ്സുകള്, ടെക്സ്റ്റൈൽ പ്രോഡക്റ്റുകള്, ആ മേഖലയൊക്കെ ബഡ്ജറ്റ് കുറച്ചൊക്കെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇതിനൊരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ. അതുപോലെ തന്നെ സ്കില്ലിംഗ് മേഖലയ്ക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഈ ബഡ്ജറ്റില് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകള്, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ടെക്നോളജി, അതിന്റെ ഡെവലപ്മെന്റിന്റെ ഒരു മിറർ എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടപ്പുകൾ. അതിനെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതിനും ബഡ്ജറ്റിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ടി എസ് ചന്ദ്രൻ. നമ്മൾ ഈ ചെറുകിട മേഖലയോ MSME മാറ്റി നിർത്തിയാൽ ബഡ്ജറ്റ് മൊത്തത്തിൽ വ്യവസായിക മേഖലയ്ക്ക് ഒരു ദീർഘവീക്ഷണം നൽകുന്നുണ്ടോ? വ്യവസായ മേഖലയ്ക്ക് അതിനൊരു ദീർഘവീക്ഷണം നൽകുന്ന എലമെന്റ്സ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ട്രഡീഷണൽ ഇൻഡസ്ട്രി ആയാലും, എക്സ്പോർട്ട് പ്രൊമോഷൻ ആയാലും, അതുപോലെ ഗ്ലോബൽ പ്രീമിയം, ഗ്ലോബൽ ബ്രാൻഡിങ് ആയാലും, അത്തരം കാര്യങ്ങളൊക്കെ MSME മേഖലയെ സഹായിക്കുന്ന ഒരു മേഖലകൾ തന്നെയാണ്. ശരി, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ശരി, ഞാൻ ശ്രീ KV ബിജുവിലേക്ക് ഒന്ന് പോവുകയാണ്. അതിനുശേഷം താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ KV ബിജു, കാർഷിക മേഖലയുടെ വിഷയങ്ങൾ ബഡ്ജറ്റ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? സാങ്കേതിക തടസ്സമുണ്ട്, ഞാൻ മടങ്ങി വരാം. ശ്രീ ദിലീപ് ജി മേനോൻ, ഈ ഫിൻടെക് കമ്പനികൾക്ക് നൽകുന്ന പ്രോത്സാഹനങ്ങൾ പരമ്പരാഗത ബാങ്കുകൾക്ക് ഒരു ഭീഷണിയാണോ അതോ അതൊരു അവസരമാണോ? നമ്മളിത് രണ്ട് രീതിയിൽ എടുക്കാം. സത്യത്തിൽ ഇതിന് നമ്മൾ എടുക്കേണ്ടത് ഇന്ന് ഭാരതം നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് എടുക്കേണ്ടത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യുന്ന ഇപ്പോ ഈ യൂറോപ്യൻ യൂണിയന്റെ ഒക്കെ ഈ ഒരു കരാറിന് ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സും ഒരു ഹ്യൂജ് ബിസിനസ് ഉണ്ട്. അപ്പൊ ഇതിനെ ആനുപാതികമായിട്ട് ഇതിനെ ബലപ്പെടുത്തുന്ന രീതിയിലൊക്കെ തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു തരത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എഫക്ട് ചെയ്യുന്നത് നമുക്ക് പണ്ടത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ പരമ്പരാഗത ബാങ്കുകൾക്ക് ഇത് ഒരു നെഗറ്റീവ് തിങ്ക് ചെയ്യാമെങ്കിൽ ഇന്നത്തെ ഒരു കോമ്പറ്റീഷൻ ഇതില് ശരിക്കും പറഞ്ഞാൽ അവർ ആ സ്പിരിറ്റിൽ അത് എടുക്കുകയാണെങ്കിൽ അത് ശരിക്കും അവർക്കൊരു അവസരം തന്നെയാണ്. ഈ കേരളത്തിലെ ബാങ്കുകളിലും NBFCകളിലും വിദേശ മൂലധനം വൻതോതിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണിത്. അത്തരം നിക്ഷേപങ്ങളെ, വിദേശ ഫണ്ടുകളുടെ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരു നടപടിയും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, ഈ പ്രോത്സാഹനം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഏത് തരത്തിലാണെന്ന് മനസ്സിലാക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ചിന്തിക്കുന്നത് ലെൻഡിങ് എന്ന് പറഞ്ഞാൽ ബാങ്ക് എന്നുള്ളത് മാത്രമാണ്. അല്ലാത്ത രീതിയിൽ സത്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ്സുകൾ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുണ്ട്, പല രീതിയിലുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു ക്രിയാത്മകമായിട്ട് അതിനനുയോജ്യമായ തരത്തിലുള്ള പ്രോജക്റ്റുകളിലേക്കല്ല ഇൻവെസ്റ്റ്മെന്റ് പോകുന്നതും. മാത്രമല്ല നമ്മുടെ സ്വീകാര്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് പലപ്പോഴും നമ്മൾ തന്നെ മനസ്സിലാക്കുന്നതല്ല. ഇപ്പൊ കേരളത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഒരിക്കലും ഒരു പ്രൊഡക്ഷൻ ലെവലിലല്ല വരുന്നത്. അല്ലാത്ത തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സുകളാണ് കൂടുതൽ വരുന്നത്. ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സുകൾ വരികയാണെങ്കിൽ മാത്രമാണ് കേരളത്തിന്റെ എക്കണോമിക്ക് അത് ഗുണാവുകയുള്ളൂ. നമ്മളിപ്പോ കാണുന്ന ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്റർടൈൻമെന്റ് മേഖലകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേഖലകളിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സുകൾ വരുന്നത്. ഒരു പ്രൊഡക്ഷൻ ലെവലിൽ ഇതുവരെ സത്യത്തിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ്സുകൾ നമ്മളിപ്പോ പല രീതിയിലും പല നമ്പറുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് കേരളത്തിന്റെ ഏത് മേഖലകളിലാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്പറുകൾക്ക് അപ്പുറമായിട്ട് ഒന്നുമില്ല. നമ്മളിപ്പോ ഇത് ആരോപണങ്ങളോ ആരെയും വിമർശിക്കുന്ന ഒന്നുമല്ല. നമ്മള്
മറ്റ് സ്റ്റേറ്റ്സുകളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാവുന്ന ഗ്രോത്ത് ലെവൽ, ഇപ്പോൾ അഗ്രികൾച്ചർ ആയിക്കോട്ടെ മറ്റേത് മേഖലകളിലായിക്കോട്ടെ, എന്താണ് നമുക്കുള്ള ഗ്രോത്ത് എന്നുള്ളത് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. അപ്പോ ഇവിടെ നമ്മൾ അത്തരത്തിലൊരു പ്രൊജക്ഷൻസ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ബാങ്കിംഗ് മേഖലയെ കുറിച്ചാണല്ലോ. ബാങ്കിംഗ് മേഖലയെ ശക്തിപ്പെടുത്തുന്ന എന്ത് നിർദ്ദേശമാണ് ഈ ബഡ്ജറ്റിലുള്ളത്? ബാങ്കിംഗ് മേഖലയെ ശക്തിപ്പെടുത്തുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബാങ്കിംഗ് മേഖലയുടെ സ്ട്രക്ചറലായിട്ടുള്ള അടുത്ത തലത്തിലേക്ക്. കാരണം ഈ ബാങ്കിംഗ് മേഖല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നട്ടെല്ലാണ്. അതിന് അടുത്ത തലത്തിലേക്ക് ഭാരതം ഉയരണമെങ്കിൽ അല്ലെങ്കിൽ വികസിക്കണമെങ്കിൽ ബാങ്കിങ് മേഖലകളിൽ ഡിസിഷൻസുകളാണെങ്കിലും അതിലെ ലെൻഡിങ്ങിന്റെ പ്രയോറിറ്റി സൈറ്റ്സ് ആണെങ്കിലും ഫോക്കസിലൊക്കെ മാറ്റങ്ങൾ വരണം. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മളിനി വരാൻ പോകുന്ന ചെറിയ ഒരു ഇൻവെസ്റ്റ്മെന്റ്സുകളോ അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള പ്രോജക്ട്സുകളോ ഒന്നും അല്ല ഭാരതം വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലേക്ക് അതിന് പാദമാകുന്ന രീതിയിൽ ബാങ്കിങ് മേഖലയെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയാണ് ഈ വികസിത് ഭാരത് ഫോർ ബാങ്കിങ് ഫോർ വികസിത് ഭാരത് എന്നുള്ള തരത്തിലുള്ള ഒരു വലിയൊരു തോട്ടാണ് മുമ്പിൽ വെച്ചിരിക്കുന്നത്. എന്റെ ചോദ്യം അതല്ല, ഈ ബഡ്ജറ്റ് ബാങ്കിംഗ് മേഖലയുടെ ഇഷ്യൂസിനെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ബഡ്ജറ്റ് സ്പെസിഫിക് ആയിട്ട് ബാങ്കിംഗ് മേഖലയുടെ ഇഷ്യൂസിനെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്നായിരുന്നു ചോദ്യം. അല്ല, ഈ ബാങ്കിംഗ് മേഖലയുടെ ഇഷ്യൂസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിംഗ് മേഖലയിൽ എന്താണ് ഇഷ്യൂസ് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. ബാങ്കിംഗ് മേഖലയുടെ പ്രധാനമായിട്ടുള്ള ഇഷ്യൂസുകൾ തന്നെ പലപ്പോഴും പല ലെൻഡിങ് ഏരിയകളിലും നമ്മൾ ഫോളോ ചെയ്യുന്ന പല പഴയ തരത്തിലുള്ള പല തോട്ട് പ്രോസസ്സുകളോ പഴയ കാര്യങ്ങളോ ഒക്കെയാണ്. അപ്പൊ അതിന് ഒരുപാട് മാറ്റങ്ങൾ, പുതിയ പ്രോജക്ട്സ് വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ നിങ്ങളെല്ലാവരും വളരെ സിമ്പിൾ നമ്മൾ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ കാണുന്ന സിബിൽ എന്ന് പറയുന്ന ഒരു സാധനത്തിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവനായിട്ടും എല്ലാവർക്കും ലോൺ ചെയ്യുന്നത്. ഈ സിബിൽ എന്ന് പറയുന്ന തരത്തിന് അപ്പുറമായിട്ട് നമുക്ക് സത്യത്തിൽ നമ്മുടേതായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സിൽ ഇല്ല, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ക്രെഡിബിലിറ്റിയിൽ ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങൾ സത്യത്തിൽ ഭാരതീയമായിട്ട് തന്നെ വരേണ്ടതാണ്. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട പല മേഖലകളെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ആ തലത്തിലുള്ള ഫോറിൻ കൺട്രീസിന്റെ ഇതിനനുസരിച്ചിട്ടുള്ള പല സർട്ടിഫിക്കേഷൻ പ്രോസസ്സാണ്. അത് നമ്മൾ ഫോളോ ചെയ്യുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ തരത്തിലായിട്ടുള്ള മാറ്റങ്ങൾ വന്നാലാണ് നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ സിമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ കൊറോണ കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രികളും ലോസിലോ അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിലാണ്. അപ്പൊ ഇവർക്കൊന്നും ബാങ്കിങ് മേഖലകളിൽ നിന്ന് പ്രത്യേകിച്ച് ലെൻഡ് ചെയ്യാൻ പറ്റില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ മനു അശോക്, ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ വിപണിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ടെക്നിക്കലി മുഴുവൻ നമ്മളൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് പോയിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഇപ്പോൾ ഈ STTയുടെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ടാക്സേഷന്റെ കാര്യത്തിലായിക്കോട്ടെ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു എന്താ പറയുക ഇൻഫർമേഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫൈനാൻസ് മിനിസ്റ്ററുടെ പാർട്ടിൽ വന്നാൽ മാർക്കറ്റ് പിടിച്ചു നിൽക്കാം. ഇപ്പൊ വേറൊരു കാര്യം, നമുക്ക് രണ്ട് തരം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉള്ളത്. ഒന്ന് FPI, നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് ട്രേഡിംഗ് മണി, മാർക്കറ്റിലോട്ട് പൈസ വരുന്നു. ഫോറിൻ ട്രേഡിംഗ് മണി മാർക്കറ്റിലോട്ട് പൈസ വരുന്നു, നമ്മൾ ഷെയർ മേടിക്കുന്നു, അവർ വേണ്ടത് വിൽക്കുന്നു. അതിന് കൺട്രോൾ ഇല്ല, ടൈം കൺട്രോൾ ഒന്നുമില്ല FPIക്ക്. രണ്ടാമത് FII, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ യൂറോപ്പുമായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്തപ്പോൾ ഒരു വലിയൊരു എക്സ്പെക്ടേഷൻ യൂറോപ്പിൽ നിന്ന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലോട്ട് വരാം FII സ്പേസിൽ. അപ്പോൾ FII ആണ് മെയിൻ ആയിട്ടുള്ള ഒരു നമുക്ക് വേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ്. അത് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചറിലായിരിക്കാം, കോർ ഇൻഡസ്ട്രീസിലായിരിക്കാം, ഡിഫൻസിലായിരിക്കാം. അങ്ങനെ കോർ ഇൻഡസ്ട്രീസിലാണ് FII ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഇൻവെസ്റ്റ് ചെയ്താൽ അത് വെരി ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞാൻ ഓവറോൾ ആയിട്ട് ബഡ്ജറ്റ് നോക്കുമ്പോൾ ഒരു ഡാറ്റ വെയർ ഹൗസിനെ കുറിച്ചൊരു റെഫറൻസ് അല്ലാതെ അത് അത്ര ഒരു എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് ഇന്റൻസീവ് ഒരു ഏരിയയും അല്ല. വേറെ ഒന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇനി എന്റെ ലിമിറ്റേഷൻ ആണെന്ന് എനിക്കറിയില്ല. FII ഫ്രണ്ട്ലി, FII ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് FII പിടിച്ചു നിർത്താനായിട്ടുള്ളൊരു എന്താ പറയാ ഒരു ഒന്നും കാണുന്നില്ല ബഡ്ജറ്റിൽ ഇപ്പോ. അതൊരു വലിയ ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. FPI വരും പോകും, അതൊക്കെ ആ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ FIIസിന് വേണ്ടിയിട്ട് എന്താണുള്ളത് ഒന്നും കാണുന്നില്ല ഈ പർട്ടിക്കുലർ ഈ ബഡ്ജറ്റിൽ. ശരി, ശ്രീ TS ചന്ദ്രൻ, ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ കടന്നുകയറ്റമാണ് ഈ മത്സരത്തിൽ ഇന്ത്യൻ MSMEകളെ സംരക്ഷിക്കാൻ
ആവശ്യമായ ഇറക്കുമതി തീരുവ മാറ്റങ്ങൾ ബഡ്ജറ്റിലുണ്ടോ? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇറക്കുമതി കയറ്റുമതി കാര്യങ്ങളിലൊക്കെ ഒരു ആഗോള തലത്തിലുള്ള ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്നുള്ള ഇറക്കുമതിയെ നിയമം മൂലം തടയാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അപ്പൊ അത് അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ മാത്രമേ അത്രയും പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ഇലക്ട്രോണിക് ചിപ്പിന്റെ കാര്യത്തിൽ പോലും നമ്മൾ വളരെ നല്ല രീതിയിൽ ഉൽപാദനം നടത്തുന്ന ഒരു രാജ്യമാണ്. അപ്പോ നമുക്ക് ഇപ്പോ കയറ്റുമതി രംഗത്ത് അമേരിക്ക ഉയർത്തിയിട്ടുള്ള ഒരു ത്രെട്ട് ഉണ്ട്. അതിന് നമ്മൾ ഓവർകം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ എഗ്രിമെന്റ് ഒപ്പുവെച്ചു, നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. അവിടെ നമ്മൾ ചൈനയെ പ്രതിരോധിക്കേണ്ടത് ചൈനയുടെ ഇറക്കുമതി ഇല്ലാണ്ടാക്കിയിട്ടല്ല. ചൈന എങ്ങനെയാണോ അത്തരം മേഖലയിൽ എത്തപ്പെട്ടത്, അത്തരം ടെക്നോളജിക്കലായിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് അതിനെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. ഈ കോമ്പറ്റീഷനാണ് നമ്മുടെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഇന്ന് ലോകം ആവശ്യപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ സർക്കാരിന് നിങ്ങളെ ഈ ഇമ്പോർട്ടിനൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ പോയാൽ മതി എന്ന് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലിപ്പോ ഇമ്പോർട്ട് റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇതിനകത്തില്ല. അതേസമയം എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വലിയ തോതിലുള്ള എക്സ്പോർട്ട് പ്രൊമോഷൻ സെന്റേഴ്സിന് രൂപം കൊടുക്കും എന്നൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് ഈ കാര്യത്തിൽ വരുന്നത്. നമ്മൾ ചൈനയെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഈ വേൾഡ് മാർക്കറ്റിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ആ നിലയ്ക്കുള്ള ചർച്ചകളാണ് വേണ്ടത്. അതിന് പറ്റിയ സൗകര്യങ്ങളാണ് ഇവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു കേരളീയൻ എന്ന നിലയിൽ എനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് കേരളത്തെ വല്ലാണ്ട് നെഗ്ലക്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ കോറിഡോർസ് ഡിക്ലെയർ ചെയ്തു, ഹൈ സ്പീഡ് ട്രെയിൻ 7 പ്രഖ്യാപിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു കണക്ഷൻ പോലും ഈ കേരളത്തിൽ വന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊരു കഷ്ടമാണത്. നമ്മൾ കേരളത്തിലെ ഒരു സംസ്ഥാനം, കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ലേ എന്ന് ചോദിക്കേണ്ട ഗതിയിലേക്ക് പോയിരിക്കുന്നു. 5000 ഈ ബസ്സുകളുടെ കാര്യത്തില്, ടൂറിസം കോറിഡോറിന്റെ കാര്യത്തില്, ട്രോമ കെയർ സെന്റർ, നമ്മൾ എത്രമാത്രം മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഈ ആരോഗ്യ രംഗത്തൊക്കെ. ബോട്ടം ലെവലില്, അത് ഹൈ ലെവലിലൊക്കെ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇന്ത്യയില് ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കാണാൻ വളരെ പ്രയാസമാണ്. ട്രോമ കെയർ സെന്റർ, അതുപോലെ തന്നെ ആയുർവേദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പ്രധാനപ്പെട്ട എയിംസ് പ്രഖ്യാപിച്ചു. അതിന്റെ സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതിൽ പോലും ഒരെണ്ണം കേരളം ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമ്മൾ ആശങ്കപ്പെടുകയാണ്. അതുപോലെ വിഴിഞ്ഞം തുറമുഖം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വാക്ക് വേണ്ടിയിട്ടില്ല. വിഴിഞ്ഞം എന്ന് പറയുന്നത് കേരളത്തിന്റെ മാത്രം കാര്യമല്ലല്ലോ. കേരളത്തിൽ എന്ത് നേട്ടം ഉണ്ടാക്കിയാലും അത് എല്ലാവർക്കും കിട്ടുന്നതാണ്, സെൻട്രലിനുമൊക്കെ കിട്ടുന്നതാണ്. എത്രയോ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ് വിഴിഞ്ഞം പോർട്ടിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്, അതുപോലെ എയിംസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കേരളീയൻ എന്ന നിലയിൽ ഇത്രയേറെ വിഷമം തോന്നിയിട്ടുള്ള ഒരു ബജറ്റ് വേറെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്കൾ പറഞ്ഞത് 100% യോജിക്കുന്നു. കേരളത്തെ പൂർണ്ണമായി അവഗണിച്ച ഒരു ബഡ്ജറ്റാണ്, കേരളത്തിന് നിരാശ മാത്രം സമ്മാനിച്ച ഒരു ബഡ്ജറ്റാണ്. ശ്രീ ദിലീപ് ജി മേനോൻ, ഈ MSMEകൾക്കും അതുപോലെ തന്നെ PM ആവാസ് യോജനയ്ക്കുമൊക്കെയായി പ്രഖ്യാപിച്ച വായ്പാ പദ്ധതികൾ ബാങ്കുകളുടെ നിഷ്ക്രിയ ആസ്തി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടോ? ഇതില് ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം പ്രത്യേകമായിട്ട് ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിന്റെ എന്നുള്ളതല്ല നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗവൺമെന്റ് തലത്തിൽ ചെയ്യുന്ന ഫണ്ടിങ്സിന്റെ ഒക്കെ എല്ലാത്തിന്റെയും, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പരിപാടികളിൽ, പ്രത്യേകിച്ച് ഗവൺമെന്റ് പ്രോഗ്രാമുകളിലൊക്കെ ഈ റെസ്പോൺസിബിലിറ്റി സെറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പലപ്പോഴും ഇത് റെസ്പോൺസിബിലിറ്റി സെറ്റ് ചെയ്യുന്നത് ബ്രാഞ്ച് മാനേജർക്കോ അല്ലെങ്കിൽ ബാങ്കിങ് മേഖല ആവുമ്പോഴാണ്
പലപ്പോഴും അത് വേണ്ട രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള തരത്തിൽ പോവാതിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഫണ്ടിങ്, പ്രത്യേകിച്ചും ആവാസ് യോജനയ്ക്കാണെങ്കിലും ഞാൻ എപ്പോഴും നമ്മൾ വളരെ സെൻസിറ്റീവാണ്. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമ്മളെല്ലാവരും പിണങ്ങും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ലോങ് ടേം വിഷനിൽ ചെയ്തിട്ടുള്ള പരിപാടികളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്നലെകളുടെ നമ്മുടെ ഉറപ്പുകളെ നമ്മൾ ഇന്ന് വിശ്വസിക്കില്ലാണ്ട് വേറെ വഴിയില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ആവാസ് യോജനയാണെങ്കിലും മൊത്തത്തിലും ഒന്നും കാണാതെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ചിന്ത, അത്ര മണ്ടത്തരം കാണിക്കാൻ പാകത്തിനല്ലല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ ഭാരതം ഇങ്ങനെ ആവില്ലല്ലോ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ തീരത്തിലും എല്ലാത്തിനെയും അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ആളുകളാണ്, അല്ലാതെ ഞാൻ ഇടപെടുകയാണ്, സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്. ശ്രീ മനു അശോക്, ഇൻഫ്രാസ്ട്രക്ചർ, ഡിഫൻസ്, റെയിൽവേ മേഖലകൾക്ക് ബഡ്ജറ്റ് ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇത് ദീർഘകാല നിക്ഷേപകർക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം? അതിൽ നമുക്കൊരു ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ് മേഖല. ഇൻഷുറൻസ് മേഖലയിൽ വളരെ നെഗ്ലക്ട് ചെയ്തിട്ടൊരു മേഖലയാണ് ഇൻഷുറൻസ് മേഖല. എനിക്ക് തോന്നുന്നു 7-8 വർഷം മുമ്പ് ഒരു ഇൻഷുറൻസ് കമ്പനി ഇവിടെ തുടങ്ങി, ഫോറിൻ ഇൻഷുറൻസ് കമ്പനി. അത് കഴിഞ്ഞിട്ടില്ല, ഇൻവെസ്റ്റ്മെന്റേ ഇല്ല. അത് 100% നെഗ്ലക്ട് ആയി. അതിനെക്കുറിച്ച് ഒരു പരാമർശം പോലും ഇല്ല ബഡ്ജറ്റിൽ. ഇങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഉണ്ട്. ഡിഫൻസ് മേഖലയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് പബ്ലിക് സെക്ടറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓവറോൾ ആയിട്ട് ഒരു സൂപ്പർഫിഷ്യൽ ലെവലിൽ ഇങ്ങനെ ഈ ഡിഫൻസിലും റെയിൽവേയിലുമുള്ള ഓഹരികൾക്ക് ഒരു മുന്നേറ്റ സാധ്യതയുണ്ടോ ഈ ബഡ്ജറ്റിന്റെ പശ്ചാത്തലത്തിൽ? ഇപ്പോ നമ്മുടെ സ്പെസിഫിക്സ് ഇല്ല. ശരി, സ്പെസിഫിക് ഇല്ല. അപ്പം നമുക്കൊന്നും പറയാൻ കഴിയില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. ശരി, നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. തീർത്തും സങ്കീർണമായ ഒരു ആഗോള സാമ്പത്തിക അന്തരീക്ഷത്തിലാണ് ധനമന്ത്രി ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. പണപ്പെരുപ്പവും വിദേശ നിക്ഷേപങ്ങളുടെ പിൻവാങ്ങലും വിപണിയെ ബാധിക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വിപണിയുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനാണ് സർക്കാർ ശ്രമിച്ചിരിക്കുന്നത്. എന്നാൽ നികുതി ഇളവുകൾ മധ്യവർഗത്തിന് ആശ്വാസമാകുമ്പോഴും MSME മേഖലയിൽ പ്രായോഗികമായ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നാം കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. കടക്കെണിയും റവന്യൂ കമ്മിയും നിയന്ത്രിച്ച ഈ വമ്പൻ പദ്ധതികൾക്ക് എങ്ങനെ പണം കണ്ടെത്തും എന്ന സാമ്പത്തിക വിദഗ്ധരുടെ ആശങ്ക പ്രസക്തമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഓഹരി വിപണിയുടെ ചലനങ്ങളും വിപണിയിലെ ഉപഭോഗം വർദ്ധിക്കുന്നതും നോക്കി മാത്രമേ ഈ ബഡ്ജറ്റിൻ്റെ യഥാർത്ഥ വിജയം അളക്കാൻ സാധിക്കൂ. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ TS ചന്ദ്രൻ, ദിലീപ് G മേനോൻ, മനു അശോക്, നന്ദി, നമസ്കാരം. This program co-sponsored by JMJ Fintech, NPFC listed at BSC. In association with Shalom Mattress, everlasting comfort and durability. ഇപ്പോൾ ആ ഒരു ടാക്സ് വർദ്ധിപ്പിച്ചു, അതായത് 0.02% നിന്ന് 0.05% ആക്കിയിട്ട് F&O സെഗ്മെന്റിലെ STT ടാക്സ് നിലവിൽ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് കനത്ത തിരിച്ചടി തന്നെയാണ് വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 1.96% ഒരു ഇടിവാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി 50ക്ക് ഉണ്ടായിരിക്കുന്നത്. 24,825 എന്ന് പറയുന്ന ഒരു ലെവലിലാണ് ക്ലോസും ചെയ്തിരിക്കുന്നത്. അതായത് വിപണിയെ സംബന്ധിച്ചിടത്തോളം 25,000 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ലെവലും നിലവിൽ ഇപ്പോൾ കൈവിട്ടിരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണുള്ളത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ 45 ഓഹരികൾ ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വെറും 5 ഓഹരികൾക്ക് മാത്രമേ ഇന്നിപ്പോൾ നേട്ടത്തിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളൂ എന്നൊരു പെർഫോമൻസ് കൂടിയാണ് നിലവിൽ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും ഏകദേശം 2% ഇടിവ് നിഫ്റ്റി ബാങ്കിലും ഉണ്ടാകുന്നു. ബാങ്കിങ് സൂചികയിൽ ആകെ 12 ഓഹരികളാണുള്ളത്. ഈ 12 ഓഹരികളുടെക്കും ഇന്നിപ്പോൾ ഒരു ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നിർമ്മല സീതാരാമൻ തൻ്റെ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചത് ഇന്ത്യയിലെ ബാങ്കിങ് മേഖല ഇതുവരെ ഇല്ലാത്ത
ഇല്ലാത്ത രീതിയിൽ അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ചില നമ്പേഴ്സ് പരിശോധിക്കുമ്പോൾ അത് വളരെ ശരിയുമാണ്. ഇപ്പോൾ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ, നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ബാങ്കിങ് മേഖല നിലനിൽക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഒരു ബജറ്റിൽ ഉണ്ടായിരിക്കുന്ന ഒരു പരാമർശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ ഹയർ കമ്മീഷൻ വരാൻ വേണ്ടിയിട്ട് പോകുന്നു. ബാങ്കിങ് മേഖലയുടെ കൂടുതൽ ഗ്രോത്തും മറ്റു കാര്യങ്ങളുമൊക്കെ ഏത് രീതിയിലായിരിക്കണം ഇനി തുടരുക എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മേഖലയിൽ നിന്നായിരിക്കും ഇനി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുക. ആ ഒരു കമ്മിറ്റി ആയിരിക്കും തീരുമാനിക്കപ്പെടുക എന്നൊരു വാർത്തകൾ വരുന്നു. എന്നാലും നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ വിപണി ഇതിനോട് ഒട്ടും പോസിറ്റീവായിട്ട് അല്ല പ്രതികരിച്ചിരിക്കുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ 2% ഒരു ഇടിവ്, പോയിന്റ് ടേംസിൽ പറയുകയാണെങ്കിൽ 1193 പോയിന്റുകളുടെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 58,417 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിലും ഇന്നിപ്പോൾ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്ന ഏക മേഖല എന്ന് പറഞ്ഞെങ്കിൽ അത് IT ആണ്. IT-യിൽ നിന്ന് തന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ഉണ്ടായിരിക്കുന്നത് ഇന്നിപ്പോൾ വിപ്രോയുടെ ഭാഗത്ത് നിന്നാണ്. വിപ്രോ ഏകദേശം 2% മുകളിലുള്ളൊരു നേട്ടം നിലവിൽ ഇപ്പോൾ വിപ്രോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടാറ്റ കൺസൾട്ടൻസി സർവീസ് TCS-ന്റെ ഓഹരിയിലേക്ക് വരികയാണെങ്കിലും 1.80% ആയിരുന്നു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായത്. ഫാർമ കമ്പനി ആയിട്ടുള്ള സിപ്ലയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.44% ഒരു നേട്ടം, സൺഫാർമയ്ക്കും 0.5% മുകളിൽ 0.61% ഒരു നേട്ടവും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങളും മറ്റുമൊക്കെയായിരുന്നു ഉണ്ടായി വന്നത് എന്നതൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിലും അതിൽ നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ള ഏക സൂചിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി IT ആണ്. 0.57% ഒരു നേട്ടമാണ് നിഫ്റ്റി IT രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 217 പോയിന്റുകളോളമുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 38,252 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി IT-യെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്ടോറിയൽ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു കനത്ത നിരാശ സമ്മാനിച്ചിരിക്കുന്നത് PSU ബാങ്ക് സൂചികയാണ്. PSU ബാങ്ക് ഏകദേശം 5.57% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8,517 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി PSU ബാങ്ക് സൂചികയിലും ഇന്നിപ്പോൾ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. PSU ഓഹരികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ PSU-യെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ഓഫ് ഇന്ത്യ ഏകദേശം 8.59% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 7.65% ഇടിവ്, ബാങ്ക് ഓഫ് ബറോഡ 7.30%, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 6.54%, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ 6.30%-യും ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്നത്തെ ട്രേഡിംഗിൽ നിലവിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് കടക്കുകയാണെങ്കിലും അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു പ്രകടനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടിയാണ് കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. മെറ്റൽ മേഖലയിലേക്ക് കടക്കുകയാണെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് അല്ല. ഏകദേശം 4% മുകളിലുള്ളൊരു ഇടിവാണ് നിഫ്റ്റി മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ഒരു രണ്ടാമത്തെ സെഷനിലാണ് വലിയ രീതിയിലുള്ളൊരു ഇടിവ് തന്നെ രേഖപ്പെടുന്നത്. 11,348 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇന്നിപ്പോൾ മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലോസിംഗും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വെൽസ്പൺ കോർപ്പറേഷൻ്റെ ഓഹരികൾക്ക് ഏകദേശം 0.38% ഒരു നേട്ടം രേഖപ്പെടുത്തിയത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാൻ കോപ്പറിനെ സംബന്ധിച്ചിടത്തോളം 13% മുകളിലുള്ള ഇടിവുണ്ടാകുന്നു. ഹിന്ദുസ്ഥാൻ സിങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 7.25% മുകളിൽ, അതായത് വെള്ളിവില പരിശോധിക്കുകയാണെങ്കിൽ കനത്ത രീതിയിലുള്ള ഒരു കറക്ഷൻ നേരിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നിലവിൽ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്കിൽ കാണാൻ സാധിച്ചത്. കോപ്പർ വില പരിശോധിക്കുകയാണെങ്കിലും ആഗോളതലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് കോപ്പർ വിലയിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമാനമായിട്ടുള്ള ഒരു ട്രെൻഡ് ഹിന്ദുസ്ഥാൻ കോപ്പറിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ചില ട്രേഡിംഗ് ദിനത്തിലൊക്കെ തന്നെ ഏകദേശം ഇൻട്രാഡേ ഹൈ ടച്ച് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പറും പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നിപ്പോൾ വലിയ രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നിലവിലിപ്പോൾ ഹിന്ദുസ്ഥാൻ കോപ്പറിലേക്ക് നിലവിലിപ്പോൾ കടന്നു വന്നിരിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അടുത്തതായിട്ട് ബഡ്ജറ്റ് സ്പെസിഫിക് ആയിട്ട് കടക്കുകയാണെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ പോസിറ്റീവായിട്ട് എടുത്തു പറയേണ്ട ഒരു 10 കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ ഇലക്ട്രോണിക് കോമ്പോണന്റ് മാനുഫാക്ചറിംഗ് കമ്പനികൾക്കൊക്കെ തന്നെ ഏകദേശം 40,000 കോടി രൂപയുടെ പുതിയ ഒരു സ്കീം അലോട്ട് ചെയ്തിരിക്കുന്നു എന്നത് വളരെ പോസിറ്റീവാണ്. SME സെഗ്മെന്റിനൊക്കെ തന്നെ 10,000 കോടി നൽകിയിരിക്കുന്നു. റെയർ എർത്ത് സെഗ്മെന്റിന് പരിശോധിക്കുകയാണെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ വിപണിയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഗ്രോസ് ബോറോയിങ് പരിശോധിക്കുകയാണെങ്കിൽ 16.5 ലക്ഷം കോടി രൂപയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അവിടെ നിന്ന് 17.2 ലക്ഷം കോടി രൂപ ആവശ്യമായി വരുമെന്ന് പറയുന്നു. കൂടാതെ STT അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ടോൺ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് കൂടി ഇന്നത്തെ ബജറ്റിൻ്റെ കാരണങ്ങളായിട്ട് ഉണ്ട് എന്നൊരു കാര്യം കൂടിയാണ് ബജറ്റ് മാർക്കറ്റിൻ്റെ ഒരു ക്ലോസിംഗ് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. കേരളത്തിൽ ഇന്നും വലിയൊരു വിഭാഗം സ്റ്റോക്ക് മാർക്കറ്റിനെ ഗാംബ്ലിംഗ് ആയി മാത്രം കാണുകയാണ്. പലരും ഇൻഫ്ലുവൻസേഴ്സിന്റെയും എക്സ്പേർട്സ് എന്ന് സ്വയം വിളിക്കുന്നവരുടെയും സോഷ്യൽ മീഡിയയിലെ മിസ്ലീഡിംഗ് ടിപ്സ് അനുസരിച്ച് കണ്ണടച്ച് തീരുമാനങ്ങളെടുത്ത് അവസാനം വലിയ നഷ്ടത്തിലേക്ക് വഴുതി വീഴുന്നു.
അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയം നേടാനുള്ള നിങ്ങളുടെ വജ്രായുധം അറിവാണ്. ഓരോ നിമിഷവും പുറത്തുവരുന്ന നൂറുകണക്കിന് വിവരങ്ങൾക്കും വാർത്തകൾക്കുമിടയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവ മാത്രം സ്വീകരിച്ചാൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാനുള്ള ശ്രമം ശരിയായ ദിശയിലാവും. അതിനായി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് MyFin TV സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 8:30 പ്രീ മാർക്കറ്റ് ഷോ മുതൽ വൈകിട്ട് 3:40 ക്ലോസിംഗ് ഷോ വരെ MyFin സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഓരോ ചലനവും നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അവേർലി ലൈവ് അപ്ഡേറ്റുകൾ, ബ്രേക്കിംഗ് അലേർട്സ്, 360 മാർക്കറ്റ് വിശകലനം, അപ്ഡേറ്റ്സ് ഉൾപ്പെടെ 13 പ്രോഗ്രാമുകൾ. ഇൻട്രാഡേ ട്രേഡിംഗ് മുതൽ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് വരെ, ഇൻഡൈസസ് മുതൽ സെക്ടോറൽ ട്രെൻഡ്സ് വരെ, ഗ്ലോബൽ മാർക്കറ്റ്സ് മുതൽ ലോക്കൽ മൂവേഴ്സ് വരെ എല്ലാം ഉൾപ്പെടുത്തി സമഗ്രമായ കവറേജ്. കൂടാതെ ശനി ഞായർ ദിവസങ്ങളിൽ വീക്കെൻഡ് സ്പെഷ്യൽ പ്രോഗ്രാമുകളും. നിങ്ങൾക്ക് ആവശ്യമായത് മാത്രം തിരഞ്ഞെടുക്കാനും ശരിയായ ദിശയിൽ മുന്നേറാനും സഹായിക്കുന്ന നിങ്ങളുടെ വിശ്വസ്തനായ കമ്പാനിയനായി മാറുകയാണ് MyFin TV സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ ബ്ലൈൻഡ് ടിപ്സും മാർക്കറ്റ് റൂമേഴ്സിനെയും ആശ്രയിക്കേണ്ട. സ്റ്റോക്ക് മാർക്കറ്റിലെ ഓരോ ചുവടുവയ്പിലും നിങ്ങളോടൊപ്പം നിങ്ങളുടെ വഴികാട്ടിയായി MyFin TV സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ്. യാത്രകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇന്ത്യക്കുള്ളിലും വിദേശ രാജ്യങ്ങളിലേക്കും വിനോദയാത്രകൾ പോകുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 28 വർഷങ്ങൾക്ക് മുമ്പേ മലയാളികളെ ലോകം കാണിക്കാൻ മുൻകൈയെടുത്ത ഒരു ബ്രാൻഡ്. ലക്ഷറി ആൻഡ് ബഡ്ജറ്റ് യാത്രകൾ വിജയകരമായി കൈകാര്യം ചെയ്തുകൊണ്ട് 3 പതിറ്റാണ്ടായി തുടരുന്ന സോമൺസ് ലെഷർ ടൂർസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബ്രാൻഡിന്റെ കഥ. ഉള്ള കാര്യം അതേപോലെ പറയുക, ആ പറയുന്ന കാര്യങ്ങൾ ഡെലിവറി ചെയ്യുക. കാണുക ബ്രാൻഡ് സ്റ്റോറീസ് നമ്മുടെ സ്വന്തം MyFin TVയിൽ മാത്രം. MyFin TV ഇന്ത്യയിലെ ആദ്യത്തെ ഫിനാൻസ് ബിസിനസ് ഡിജിറ്റൽ ടെലിവിഷൻ. മലയാളത്തിലും മറ്റു ഭാഷകളിലും ക്യാപിറ്റൽ മാർക്കറ്റ്, ബിസിനസ് ന്യൂസ് എന്നിവയിൽ മലയാളത്തിൽ തത്സമയ സംപ്രേഷണവും മൂല്യവത്തായ പരിപാടികളും. പേഴ്സണൽ ഫിനാൻസ്, ബിസിനസ്, ലൈഫ് സ്റ്റൈൽ പ്രത്യേക പരിപാടികൾ. MyFin TV പ്രീമിയം. ഓഹരി വിപണി ആഴത്തിലറിയാം. ട്രേഡിംഗിന്റെ സാമ്പത്തിക സാധ്യതകളിൽ മുന്നേറാം. സമ്പാദ്യം വളർത്താനുള്ള നിക്ഷേപ മാർഗങ്ങൾ, ബിസിനസ് വഴികൾ, ടാക്സ്, ഇൻഷുറൻസ്, കമ്മോഡിറ്റി, അങ്ങനെ ജീവിതത്തിൽ സാമ്പത്തിക വിജയം തേടുന്നവർക്കുള്ള വ്യക്തമായ വിവരങ്ങൾ. MyFin TV പ്രീമിയത്തിന്റെ മാത്രം പ്രത്യേകത. ബിസിനസ് ലോകത്തെ ചലനങ്ങൾ കടുകിട തെറ്റാതെ വ്യക്തമായി പ്രേക്ഷകരിലെത്തിക്കുന്ന ദൃശ്യമാധ്യമ സംഘം, ബിസിനസ് ന്യൂസ് ടീം. ആരുടെ തന്ത്രങ്ങളാണ് വിജയിക്കുന്നതെന്ന് കണ്ടറിയാം. അതിന് അധിക നാൾ വേണ്ട. ക്യാമറമാൻ അരവിന്ദ് കെആറിനൊപ്പം അനീഷ് ദേവസ്യ, MyFin TV കൊച്ചി. ഓഹരി വിപണിയിലെ കയറ്റിറക്കങ്ങൾ ഞൊടിയിടയിൽ തത്സമയം അറിയിക്കാൻ അതിവിദഗ്ധർ. ജോബ്ലെസ് റേറ്റ് ഇൻ സെപ്റ്റംബർ എന്ന് പറയുന്നത് 4.3% ആണ്. അതായത് പ്രധാനപ്പെട്ട എല്ലാ ബാങ്കിങ് ഓഹരികളും നമുക്ക് കൃത്യമായിട്ടൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ ഒരു ട്രെൻഡ് റിവേഴ്സലാണ് പോയ വാരം കാണാൻ സാധിച്ചത്. കെട്ടുറപ്പുള്ള മാനേജ്മെന്റ് സംവിധാനം, വിവിധ മേഖലകളിലെ വിദഗ്ധരടങ്ങിയ ഉപദേശക സമിതി. This program co-sponsored by JMJ Fintech, NPFC listed at BSc. In association with Shalom Mattress, everlasting comfort and durability. നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. NDA സർക്കാരിന്റെ നിർണായകമായ 2026 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചു. മധ്യവർഗത്തിന്റെ പോക്കറ്റ് നിറയ്ക്കുന്ന ആദായ നികുതി ഇളവുകളും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്ന ഇന്റേൺഷിപ്പ് പദ്ധതികളും ഇത്തവണത്തെ ബജറ്റിന്റെ പ്രധാന ഹൈലൈറ്റുകളായിരുന്നു. 9ാം തവണയും കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ ചരിത്രം കുറിച്ചപ്പോൾ
കാർഷിക മേഖലയ്ക്കും വ്യവസായ മേഖലയ്ക്കുമായി വൻ തുകയാണ് സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത്. വിദ്യ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ബജറ്റാണ് മോദി സർക്കാരിൻ്റെ, അതായത് മൂന്നാം മോദി സർക്കാരിൻ്റെ ബജറ്റാണ് ഈ അവതരിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഞായറാഴ്ചയാണ് ഈ ബജറ്റ് വന്നതെന്നുള്ളതാണ്. ഇതിനു മുമ്പ് യശ്വന്ത് സിൻഹ മന്ത്രിയായ സമയത്താണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിരുന്നത്. അതും ഒരു ഫെബ്രുവരി മാസമായിരുന്നു. എന്നാൽ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയായിരിക്കെ 9 തവണ ബജറ്റ് അവതരിപ്പിച്ചെന്ന പ്രാധാന്യം കൂടിയുണ്ട്. അന്ന് ഇതുപോലെ തന്നെ ഫെബ്രുവരി 28 തീയതിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. വീണ്ടും ഒരു ഫെബ്രുവരി 1 കൂടെ ബജറ്റ് വന്നു. എന്നാലും രാജ്യം ഉറ്റുനോക്കിയ ഒരു ബജറ്റ് തന്നെയാണ്. നമുക്ക് ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കിയിട്ട് വാർത്തകൾ വിശദമായി കാണാം. രാജ്യത്തിന്റെ സാമ്പത്തിക ദിശ നിർണ്ണയിക്കുന്ന കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. മൂലധന ലക്ഷ്യം 12.2 ലക്ഷം കോടി രൂപയായി ഉയർത്തി. നികുതി അടയ്ക്കുന്നതിൽ ഇനി ടെൻഷൻ വേണ്ടെന്ന് ധനമന്ത്രി. ITR ഫയൽ ചെയ്യാൻ കൂടുതൽ സമയവും വിദേശാസ്തികൾ വെളിപ്പെടുത്താൻ അവസരവും പ്രഖ്യാപിച്ചു. കമ്പനികൾ സ്വന്തം ഓഹരികൾ തിരിച്ചു വാങ്ങുന്ന ബൈബാക്ക് രീതിയിൽ വമ്പൻ മാറ്റം പ്രഖ്യാപിച്ച് ധനമന്ത്രി. ബൈബാക്ക് തുക ക്യാപിറ്റൽ ഗെയിൻസായി മാറ്റും. ചെറുകിട സംരംഭങ്ങളെ വൻകിട കമ്പനികളാക്കി മാറ്റാൻ 10,000 കോടി രൂപയുടെ SMA ഗ്രോത്ത് ഫണ്ട്. ചെറു സംരംഭങ്ങൾക്ക് കരുത്തേകാൻ സെൽഫ് റിലയന്റ് ഇന്ത്യ ഫണ്ടിലേക്ക് 2,000 കോടി രൂപ. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന്റെ DNA മാറ്റാൻ പോകുന്ന ബജറ്റ് പ്രഖ്യാപനങ്ങളുമായി നിർമ്മല സീതാരാമൻ. വരാനിരിക്കുന്നത് ബാങ്കുകൾ മുതൽ ബോണ്ട് മാർക്കറ്റ് വരെ നീളുന്ന വൻ പരിഷ്കാരങ്ങൾ. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ന് ബജറ്റ് ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച ആയിരുന്നാലും ഓഹരി വിപണി ഇന്നുണ്ടായിരുന്നു. ഓഹരി വിപണിയിലെ വാർത്തകൾ തന്നെ നോക്കാം. നമുക്ക് ആദ്യം ദലാൽ തെരുവിനെ നിരാശപ്പെടുത്തിയ ബജറ്റാണ് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. സെൻസെക്സ് നിഫ്റ്റി 24,850 താഴെയായി. BCI സെൻസെക്സ് 547 പോയിന്റ് ഇടിഞ്ഞ് 80,723 ക്ലോസ് ചെയ്തു. NSE നിഫ്റ്റി 495 പോയിന്റ് അഥവാ 1.96% ഇടിഞ്ഞ് 24,825 വിശാലമായ വിപണികളും കനത്ത വിൽപ്പനാ സമ്മർദ്ദത്തിന് വിധേയമായി. നിഫ്റ്റി മിഡ് ക്യാപ് 2% ഇടിഞ്ഞു. നിഫ്റ്റി സ്മോൾ ക്യാപ് 2.7% ഇടിഞ്ഞു. ഇന്ത്യ വിക്സ് ഏകദേശം 12% ഉയർന്നത്. ഇത് നിക്ഷേപകരിൽ ആശങ്കയുണ്ടാക്കി. മേഖലകളിൽ നിഫ്റ്റി IT സൂചിക ഒഴികെയുള്ള എല്ലാ സൂചികകളും താഴ്ന്ന നിലയിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി PSU ബാങ്ക് സൂചിക ഏകദേശം 6% ഇടിഞ്ഞു. തുടർന്ന് നിഫ്റ്റി മെറ്റൽ സൂചിക 4% ഇടിവും രേഖപ്പെടുത്തി. നിഫ്റ്റി ബാങ്ക് ഫിനാൻഷ്യൽ സർവീസ് സൂചികകൾ 2%-ലധികം ഇടിവും. നിഫ്റ്റി 50 ഓഹരികളിൽ ഭാരത് ഇലക്ട്രോണിക്സ്, ഹിൽഡോൾക്ക, ONGC എന്നിവയാണ് പ്രധാന നഷ്ടം നേരിട്ടത്. ഏകദേശം 6% വീതം SBI, അദാനി പോർട്സ്, കോൾ ഇന്ത്യ, ജിയോ ഫിനാൻഷ്യൽ സർവീസസ്, നെസ്ലെ ഇന്ത്യ, ITNC, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്നിവയാണ് മറ്റു പ്രധാന നഷ്ടങ്ങൾ. പോസിറ്റീവ് വശത്ത് വിപ്രോ, TCS, മാക്സ് ഹെൽത്ത് കെയർ എന്നിവ ഏകദേശം 2% നേട്ടത്തോടെ അവസാനിച്ചു. ഇനി ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കാം. രാജ്യത്തിന്റെ സാമ്പത്തിക ദിശ നിർണ്ണയിക്കുന്ന കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചു. മൂലധന ലക്ഷ്യം 12.2 ലക്ഷം കോടി രൂപയായി ഉയർത്തി. GDPയുടെ 4.3% ധനക്കമ്മി ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ട്. താൽക്കാലിക ജനപ്രീതി പ്രഖ്യാപനങ്ങൾക്കപ്പുറം ദീർഘകാല വികസനമാണ് ബജറ്റ് ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. 2026-27 വർഷത്തേക്ക് GDPയുടെ 4.3% ധനക്കമ്മി ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് സാമ്പത്തിക ഏകീകരണത്തിനായുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നു. അതേസമയം വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനായി മൂലധന ചെലവുകൾക്ക് മുൻഗണന നൽകുന്നത് തുടരുന്നു. മൂലധന ലക്ഷ്യം 12.2 ലക്ഷം കോടി രൂപയായി ഉയർത്തി. 2026-27 സാമ്പത്തിക വർഷത്തേക്ക് ഇന്ത്യ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 55.6% കടം GDP അനുപാതം ലക്ഷ്യമിടുന്നുണ്ടെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. നടപ്പ് വർഷത്തിൽ ഇത് 56.1% നിലവിൽ മൊത്തം സർക്കാർ കടം GDPയുടെ ഏകദേശം 85%. കേന്ദ്രത്തിന്റെ പങ്ക് ഏകദേശം 57%. ധനക്കമ്മി നികത്തുന്നതിനായി 2027 സാമ്പത്തിക വർഷത്തിൽ ഡേറ്റഡ് സെക്യൂരിറ്റികളിൽ നിന്ന് 11.7 ലക്ഷം കോടി രൂപ കടമെടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. 2027 സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന്റെ മൊത്ത നികുതി വരുമാനം
44.04 ലക്ഷം കോടി രൂപയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് 2026 സാമ്പത്തിക വർഷത്തിലെ 42.7 ലക്ഷം കോടി രൂപയിൽ നിന്ന് ഉയർന്നു. GST വരുമാനം 2026 സാമ്പത്തിക വർഷത്തിൽ 11.78 ലക്ഷം കോടിയായി പ്രതീക്ഷിക്കുന്നു. ഇത് വാർഷികാടിസ്ഥാനത്തിൽ 11% കൂടുതലാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ CPI പണപ്പെരുപ്പം ശരാശരി 1.7% ന്യൂസ് ഡെസ്ക് MyFin TV. നികുതി അടയ്ക്കുന്നതിൽ ഇനി ടെൻഷൻ വേണ്ടെന്ന് ധനമന്ത്രി. ITR ഫയൽ ചെയ്യാൻ കൂടുതൽ സമയവും വിദേശാസ്തികൾ വെളിപ്പെടുത്താൻ അവസരവും പ്രഖ്യാപിച്ചു. പല കമ്പനികളിൽ ഷെയറുള്ളവർക്ക് ഇനി ഓരോ കമ്പനിയിലും 15G, 15H ഫോമുകൾ നൽകി ബുദ്ധിമുട്ടേണ്ടതില്ല. നിക്ഷേപകർക്ക് ഈ ഫോമുകൾ ഡിപ്പോസിറ്ററികൾക്ക് നൽകാം. അവർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കമ്പനികൾക്ക് എത്തിക്കും. കൂടാതെ ITR തിരുത്തി സമർപ്പിക്കാനുള്ള സമയം ഡിസംബർ 31 നിന്നും മാർച്ച് 31 വരെ നീട്ടി. ചെറിയൊരു ഫീസ് നൽകി ഇനി തെറ്റുകൾ തിരുത്താം. റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള തിരക്ക് കുറയ്ക്കാൻ സർക്കാർ പുതിയ ടൈം ലൈൻ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. ശമ്പളക്കാർക്ക് ജൂലൈ 31 വരെ സമയം ലഭിക്കും. ഓഡിറ്റ് ഇല്ലാത്ത ബിസിനസ്സുകൾ, ട്രസ്റ്റുകൾ എന്നിവയ്ക്കുള്ള സമയം ഓഗസ്റ്റ് 31 വരെ നീട്ടി. ഇതിലൂടെ അവസാന നിമിഷത്തെ പോർട്ടൽ തകരാറുകളും തിരക്കും ഒഴിവാക്കാം. വിദേശത്ത് താമസിക്കുന്നവർ ഇന്ത്യയിൽ വസ്തു വിൽക്കുമ്പോൾ ടാൻ എടുക്കേണ്ട ബുദ്ധിമുട്ട് ഇനിയില്ല. വാങ്ങുന്നയാളിന്റെ പാൻ ഉപയോഗിച്ച് തന്നെ TDS അടയ്ക്കാം. വിദേശത്ത് വരുമാനമോ ആസ്തിയുള്ളവർക്കായി 6 മാസത്തെ ഒരു പ്രത്യേക സ്കീം സർക്കാർ പ്രഖ്യാപിച്ചു. ITRൽ വിദേശ ആസ്തികൾ വെളിപ്പെടുത്താൻ മറന്നുപോയവർക്ക് ഇത് അവസാന അവസരമാണ്. ഈ സ്കീമിൽ 2 വിഭാഗങ്ങളുണ്ട്. 1 കോടി രൂപ വരെ വെളിപ്പെടുത്താത്ത വരുമാനം ഉള്ളവർക്ക് 30% നികുതിയും 30% അധിക നികുതിയും നൽകി നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാം. നികുതി അടച്ചിട്ടും ആസ്തി വെളിപ്പെടുത്താൻ കഴിയാത്തവർക്ക് 1 ലക്ഷം രൂപ ഫീസ് നൽകി പെനാൽറ്റിയിൽ നിന്നും ഒഴിവാകാം. ചുരുക്കത്തിൽ തെറ്റുകൾ തിരുത്താനും നിയമപരമായി മുന്നോട്ടു പോകാനും നികുതിദായകർക്ക് ലഭിക്കുന്ന മികച്ച അവസരമാണിത്. ന്യൂസ് ഡെസ്ക് MyFin TV. കമ്പനികൾ സ്വന്തം ഓഹരികൾ തിരിച്ചു വാങ്ങുന്ന ബൈബാക്ക് രീതിയിൽ വമ്പൻ മാറ്റം പ്രഖ്യാപിച്ച് ധനമന്ത്രി. ബൈബാക്ക് തുക ക്യാപിറ്റൽ ഗെയിൻസായി മാറും. ഇതുവരെ നിക്ഷേപകർക്ക് ലഭിക്കുന്ന ബൈബാക്ക് തുക ഡിവിഡന്റായി കണക്കാക്കി സ്ലാബ് നിരക്കിൽ നികുതി ഈടാക്കിയിരുന്നു. എന്നാൽ ഇനി മുതൽ ഇത് ക്യാപിറ്റൽ ഗെയിൻസായി മാറും. നികുതി കുറയുന്നത് വഴി സാധാരണ നിക്ഷേപകർക്ക് കയ്യിൽ കൂടുതൽ പണം ലഭിക്കാൻ ഇത് സഹായിക്കും. എന്നാൽ നികുതി ലാഭിക്കാൻ പ്രൊമോട്ടർമാർ ബൈബാക്ക് റൂട്ട് ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. ഇതിനായി പ്രൊമോട്ടർമാർക്ക് മാത്രമായി ഒരു അധിക ബൈബാക്ക് ടാക്സ് ഏർപ്പെടുത്തി. അതായത് കോർപ്പറേറ്റ് പ്രൊമോട്ടർമാർക്ക് ഇനി മുതൽ ഫലത്തിൽ 22% നികുതി നൽകേണ്ടി വരും. നോൺ കോർപ്പറേറ്റ് പ്രൊമോട്ടർമാർ അഥവാ വ്യക്തിഗതമായോ അല്ലാതെയോ ഉള്ള വലിയ പ്രൊമോട്ടർമാർക്ക് ഇനി 30% ഫലപ്രദമായ നികുതി നിരക്ക്. ചെറുകിട നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുക എന്നതാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന ഉദ്ദേശ്യം. ബൈബാക്കിനെ ഡിവിഡന്റിന് പകരമുള്ള ഒരു നികുതി ലാഭിക്കൽ തന്ത്രമായി കാണുന്ന പ്രൊമോട്ടർമാരെ തളയ്ക്കാൻ ഈ അധിക നികുതിയിലൂടെ സാധിക്കും. അതോടൊപ്പം വിപണിയിൽ കൂടുതൽ സുതാര്യതയും ഇതിലൂടെ സർക്കാർ ഉറപ്പാക്കുന്നു. ചുരുക്കത്തിൽ സാധാരണ ഓഹരി നിക്ഷേപകർക്ക് ഈ ബജറ്റ് നേട്ടമാണ് നൽകുന്നത്. പ്രൊമോട്ടർമാർക്ക് കടുപ്പമേറിയ നിയമങ്ങൾ വരുമ്പോൾ വിപണി കൂടുതൽ ആരോഗ്യകരമാകുമെന്ന് കരുതാം. ന്യൂസ് ഡെസ്ക് MyFin TV. ചെറുകിട സംരംഭങ്ങളെ വൻകിട കമ്പനികളാക്കി മാറ്റാൻ 10,000 കോടി രൂപയുടെ SME ഗ്രോത്ത് ഫണ്ട് ധനമന്ത്രി പ്രഖ്യാപിച്ചു. ചെറു സംരംഭങ്ങൾക്ക് കരുത്തേകാൻ 2021 തുടങ്ങിയ സെൽഫ് റിലയന്റ് ഇന്ത്യ ഫണ്ടിലേക്ക് 2,000 കോടി രൂപ കൂടി അധികമായി അനുവദിച്ചു. സംരംഭകർക്ക് റിസ്ക് മൂലധനം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. MSMEകളുടെ ഏറ്റവും വലിയ തലവേദനയായ പണം ലഭിക്കാനുള്ള കാലതാമസം ഒഴിവാക്കാൻ ട്രെഡ്സ് പ്ലാറ്റ്ഫോമിനെ സർക്കാർ ആയുധമാക്കുന്നു. ഇതുവരെ 7 ലക്ഷം കോടി രൂപയുടെ സഹായമാണ് ഇതിലൂടെ ലഭിച്ചത്. ഇതിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ 4 പ്രധാന നടപടികൾ വരുമെന്നാണ് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയത്. 1. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇനി MSMEകളിൽ നിന്നുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇടപാടുകൾ ട്രെഡ്സ് വഴി നിർബന്ധമായും സെറ്റിൽ ചെയ്യണം. ഇത് കോർപ്പറേറ്റ് ലോകത്തിന് ഒരു പുതിയ മാതൃകയാകും. ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്യുന്നതിന് CGTMSE വഴി ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകുന്നതാണ് രണ്ടാമത്തെ മാറ്റം. മൂന്നാമതായി സർക്കാർ പോർട്ടലായ ഗവൺമെന്റ് മാർക്കറ്റിനെ ട്രെഡ്സുമായി ബന്ധിപ്പിക്കും. ഇതിലൂടെ സർക്കാർ ഓർഡറുകൾ ലഭിക്കുന്ന സംരംഭകർക്ക് ബാങ്കുകളിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് അതിവേഗം വായ്പ ലഭിക്കും. നാലാമതായി ട്രെഡ്സ് ബില്ലുകളെ അസറ്റ് ബാക്ക്ഡ് സെക്യൂരിറ്റികളായി മാറ്റി ഒരു സെക്കൻഡറി മാർക്കറ്റ് സൃഷ്ടിക്കും. ഇത് വിപണികളിൽ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ ചെറുകിടക്കാരെ വൻകിടക്കാരാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ മാസ്റ്റർ പ്ലാനാണിത്. ന്യൂസ് ഡെസ്ക് MyFin TV. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന്റെ DNA മാറ്റാൻ പോകുന്ന ബജറ്റ് പ്രഖ്യാപനങ്ങളുമായി നിർമ്മല സീതാരാമൻ. വരാനിരിക്കുന്നത് ബാങ്കുകൾ മുതൽ ബോണ്ട് മാർക്കറ്റ് വരെ നീളുന്ന വൻ പരിഷ്കാരങ്ങൾ. ഇന്ത്യൻ ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റ് ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ നിലയിലാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ലാഭക്ഷമത റെക്കോർഡ് ഉയരത്തിലും ഗ്രാമീണ ബാങ്കിംഗ് സേവനം 98% എത്തിയിരിക്കുന്നു.
ഈ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിനായി ഹൈലെവൽ കമ്മിറ്റി ഓൺ ബാങ്കിംഗ് ഫോർ വികസിത് ഭാരത് രൂപീകരിക്കാൻ ധനമന്ത്രി അനുമതി നൽകി. NBFC മേഖലയിലും വൻ അഴിച്ചുപണിയാണ് പ്രഖ്യാപിച്ചത്. കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പവർ ഫിനാൻസ് കോർപ്പറേഷൻ, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ എന്നിവ പുനഃസംഘടിപ്പിക്കാൻ അനുമതി നൽകി. വിദേശ നിക്ഷേപകരെ ആകർഷിക്കാൻ ഫെമ നിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. പ്രവാസി ഇന്ത്യക്കാർക്കും വിദേശ നിവാസികൾക്കും ഇനി ഇന്ത്യൻ ഓഹരി വിപണിയിൽ കൂടുതൽ കരുത്തോടെ ഇടപെടാം. വ്യക്തിഗത നിക്ഷേപ പരിധി 5% നിന്നും 10% ഉയർത്തി. മൊത്തം നിക്ഷേപ പരിധി 10% നിന്നും 24% വർദ്ധിപ്പിച്ചു. ബോണ്ട് മാർക്കറ്റിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് അനുമതി നൽകിയത്. കോർപ്പറേറ്റ് ബോണ്ടുകളിൽ ടോട്ടൽ റിട്ടേൺ സ്വാപ്സ് അവതരിപ്പിക്കും. ഇത് മാർക്കറ്റിലെ പണമൊഴുക്ക് വർദ്ധിപ്പിക്കും. നഗരവികസനത്തിന് പണം കണ്ടെത്താൻ മുനിസിപ്പൽ ബോണ്ടുകൾക്ക് വലിയ പ്രോത്സാഹനമാണ് അനുവദിച്ചത്. 1000 കോടിക്ക് മുകളിലുള്ള ഒറ്റ ബോണ്ട് ഇഷ്യൂവിന് 100 കോടി രൂപ ഇൻസെന്റീവ് പ്രഖ്യാപിച്ചു. വൻകിട നഗരങ്ങളുടെ വികസനത്തിന് ഇത് വലിയ ഊർജ്ജമാകും. ന്യൂസ് ഡെസ്ക് MyFin TV. വിവേക്, കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു എയിംസ്. ഈ എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞ ഒരു ബജറ്റായിരുന്നു ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. നമുക്ക് കേരളത്തിന് എന്തൊക്കെ കിട്ടി, ഇന്നത്തെ ബജറ്റിൽ എന്തൊക്കെ കിട്ടിയെന്ന് നോക്കുന്ന ഒരു റിപ്പോർട്ടിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. മൂന്നാം മോദി സർക്കാരിൻ്റെ മൂന്നാം ബജറ്റിൽ തുടക്കത്തിൽ തന്നെ കേരളത്തിന് നിർണായക പ്രാധാന്യം. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ധാതു ഇടനാഴി പ്രഖ്യാപനത്തിലൂടെ ഖനനം മുതൽ ഹൈടെക് നിർമ്മാണം വരെ വ്യാപിക്കുന്ന വികസന വഴിയാണ് കേന്ദ്ര സർക്കാർ തുറക്കുന്നത്. ഇന്ത്യ 2.0 സെമി കണ്ടക്ടർ മിഷനുമായി ചേർന്ന ഈ പദ്ധതി സംസ്ഥാനത്തിൻ്റെ വ്യവസായ ഭാവിക്ക് പുതിയ ഊർജ്ജം നൽകുമെന്നാണ് വിലയിരുത്തൽ. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ധാതു ഇടനാഴി പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചത്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ ധാതു സമ്പുഷ്ടമായ സംസ്ഥാനങ്ങളെയാണ് പദ്ധതിക്കായി പരിഗണിച്ചിരിക്കുന്നത്. ഈ ഇടനാഴിയിലൂടെ ധാതുഖനനം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. വിഴിഞ്ഞം ചവറ റെയർ-എർത്ത് കോറിഡോർ പദ്ധതി ഇതിനകം തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച കേരള ബജറ്റിലും പ്രഖ്യാപിച്ചതാണ്. സംസ്ഥാനത്തിന്റെ തീരദേശ മേഖലയിലെ അപൂർവ ധാതു സാന്നിധ്യം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഈ പദ്ധതി സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് റെയർ-എർത്ത് ധാതുക്കളുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾക്ക് കേരളത്തിൽ പുതിയ സാധ്യതകൾ തുറക്കാൻ ഈ ഇടനാഴിക്ക് കഴിയും. ഇന്ത്യയുടെ സാങ്കേതിക വ്യവസായ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന സെമി കണ്ടക്ടർ മേഖലയുമായി ബന്ധപ്പെട്ട ഇന്ത്യ 2.0 സെമി കണ്ടക്ടർ മിഷന്റെ ഭാഗമായാണ് ഈ ധാതു ഇടനാഴി പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനായി 40,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നീക്കിവച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ധാതു സമ്പുഷ്ടിയെ രാജ്യത്തിന്റെ വ്യവസായ വികസനത്തിനായി പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഖനനം മുതൽ സംസ്കരണം വരെയുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് തന്നെ നടക്കുന്നതിലൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കാനും അനുബന്ധ വ്യവസായങ്ങൾ ശക്തിപ്പെടാനും സാധ്യതയുണ്ട്. ഇതോടൊപ്പം ഇന്ത്യയെ ഒരു ഗ്ലോബൽ ബയോഫാർമ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റാനുള്ള ലക്ഷ്യത്തോടെ 10,000 കോടി രൂപയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മേഖലയിലെ ഗവേഷണവും നിർമ്മാണവും ശക്തിപ്പെടുത്തുന്നതിലൂടെ കേരളത്തിലെ ഫാർമസ്യൂട്ടിക്കൽ, ബയോടെക് മേഖലകൾക്കും നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കണ്ടെയ്നർ നിർമ്മാണത്തിനായി 5,000 കോടി രൂപ വകയിരുത്തിയതും കേരളത്തിന് പ്രാധാന്യമുള്ള പ്രഖ്യാപനമാണ്. തുറമുഖ വികസനത്തിലും ലോജിസ്റ്റിക് മേഖലയിൽ കേരളം കൈവരിച്ചിരിക്കുന്ന മുന്നേറ്റത്തിന് ഇത് കൂടുതൽ ഊർജ്ജം നൽകും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ഇതിലൂടെ ദീർഘകാല നേട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷയും ഉയരുന്നുണ്ട്. അതോടൊപ്പം നെയ്ത്തുകാരെയും കരകൗശല വിദഗ്ധരെയും ലക്ഷ്യമിട്ട് നാഷണൽ ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റ് പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് സാമ്പത്തിക സുരക്ഷയും വിപണി സാധ്യതകളും വർദ്ധിപ്പിക്കാൻ ഈ പദ്ധതി സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. സ്പോർട്സ് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനും ഗവേഷണത്തിനുമായി പ്രത്യേക പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ ആഭ്യന്തര നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കായികരംഗത്ത് ഇന്ത്യയുടെ ആഗോള സാന്നിധ്യം വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. നാഷണൽ ഫൈബർ പ്രോജക്ട് ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഡിജിറ്റൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിലൂടെ വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം തുടങ്ങി വിവിധ മേഖലകളിൽ കേരളത്തിനും വലിയ നേട്ടമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇതോടൊപ്പം ചെറുകിട പദ്ധതികൾക്കായി 2,000 കോടി രൂപ കൂടി വകയിരുത്തിയതായി ധനമന്ത്രി അറിയിച്ചു. ഗ്രാമീണവും അർദ്ധനഗരവുമായ മേഖലകളിലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനും ചെറുകിട വ്യവസായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കാനും ഈ നീക്കം സഹായകരമാകും. മൊത്തത്തിൽ ധാതു ഇടനാഴി ഉൾപ്പെടെയുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങൾ കേരളത്തിന്റെ വ്യവസായ, സാങ്കേതിക, തൊഴിൽ മേഖലകളിൽ ദീർഘകാല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണെന്നാണ് പൊതുവായ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് MyFin TV.
രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച സ്ഥിരതയുള്ളതാണെന്ന ഉറച്ച പ്രഖ്യാപനത്തോടെയായിരുന്നു നിർമ്മല സീതാരാമൻ ഇന്ന് ബജറ്റ് പ്രഖ്യാപനം ആരംഭിച്ചത്. യുവശക്തി ബജറ്റ് എന്ന വിശേഷണത്തോടെ ഉൽപാദനവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിച്ച് ദീർഘകാല വളർച്ച ഉറപ്പാക്കുകയാണ് ബജറ്റിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് ധനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ആ റിപ്പോർട്ട് കാണാം. രാജ്യത്തിന്റെ വളർച്ച സ്ഥിരതയുള്ളതാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് അവതരണത്തിനിടെയായിരുന്നു മന്ത്രിയുടെ പരാമർശം. ഇത് യുവശക്തി ബജറ്റാണെന്നും രാജ്യത്തിന്റെ ഉൽപാദനശേഷി വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ച കൂടുതൽ ത്വരിതപ്പെടുത്തുകയാണ് ബജറ്റിന്റെ പ്രധാന ലക്ഷ്യമെന്നും ധനമന്ത്രി പറഞ്ഞു. കർത്തവ്യപഥിൽ തയ്യാറാക്കിയ ആദ്യ ബജറ്റാണ് ഇത്തവണ അവതരിപ്പിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള അവലോകനത്തോടെയാണ് ബജറ്റ് പ്രസംഗം ആരംഭിച്ചത്. സമ്പദ് വ്യവസ്ഥയെ സ്ഥിരതയിൽ നിർത്താൻ നരേന്ദ്രമോദി സർക്കാർ ക്രിയാത്മകവും ദീർഘദർശിയുമായ നടപടികൾ സ്വീകരിച്ചുവെന്ന് ധനമന്ത്രി പറഞ്ഞു. ഏകദേശം 7% വളർച്ചാ നിരക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ വലിയ പങ്ക് വഹിച്ചുവെന്നും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഇത് സഹായിച്ചുവെന്നും അവർ ചൂണ്ടിക്കാട്ടി. 2014 മുതൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, സ്ഥിരത, ധനകാര്യ അച്ചടക്കം, സുസ്ഥിര വികസനം, മിതമായ വിലക്കയറ്റം എന്നിവയാൽ ശ്രദ്ധേയമായിരുന്നുവെന്നും ധനമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ ഓരോ നയവും പ്രവർത്തനവും പൗരന്മാർക്ക് നേരിട്ടുള്ള പ്രയോജനം ഉറപ്പാക്കുന്നതായിരുന്നുവെന്ന് ധനമന്ത്രി അവകാശപ്പെട്ടു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ, ജനങ്ങൾക്ക് സാർവത്രിക സേവനങ്ങൾ ഉറപ്പാക്കൽ എന്നിവ ലക്ഷ്യമിട്ട് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതായും അവർ പറഞ്ഞു. ഈ നടപടികൾ രാജ്യത്തിന് ഏകദേശം 7% ഉയർന്ന വളർച്ചാ നിരക്ക് കൈവരിക്കാൻ സഹായിച്ചുവെന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സാമൂഹിക പുരോഗതിയിലും ഗണ്യമായ മുന്നേറ്റം ഉണ്ടാക്കിയെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി വ്യക്തമാക്കി. 16ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് ധനമന്ത്രി സഭയിൽ സമർപ്പിച്ചു. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നതാണ് ഈ ബജറ്റിന്റെ അടിസ്ഥാന തത്വമെന്നും ധനമന്ത്രി പറഞ്ഞു. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ലേബർ കോഡ് ഉൾപ്പെടെ 300-ലധികം പരിഷ്കാരങ്ങൾ സർക്കാർ നടപ്പിലാക്കിയതായും ഇതിലൂടെ ആഭ്യന്തര ഉൽപാദനവും തൊഴിൽ സാധ്യതകളും ഗണ്യമായി ഉയർന്നതായും മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. നിർമ്മല സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റാണിത്. മൊറാർജി ദേശായിക്ക് ശേഷം തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡിനരികിലാണ് നിർമ്മല സീതാരാമൻ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അതിവേഗ റെയിൽ ഇടനാഴിയിൽ കേരളമില്ല. 7 അതിവേഗ റെയിൽ ഇടനാഴിയാണ് കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. മൂന്നാം മോദി സർക്കാരിന്റെ ഈ വർഷത്തെ ബജറ്റിൽ കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രഖ്യാപനമായിരുന്നു അതിവേഗ റെയിൽ ഇടനാഴി. എന്നാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച റെയിൽ ഇടനാഴിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയില്ല. മുംബൈ പൂനെ, പൂനെ ഹൈദരാബാദ്, ഹൈദരാബാദ് ബംഗളൂരു, ഹൈദരാബാദ് ചെന്നൈ, ചെന്നൈ ബംഗളൂരു, ഡൽഹി വാരണസി, വാരണസി സിലിഗുരി എന്നീ 7 അതിവേഗ റെയിൽ ഇടനാഴികളാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. In order to promote environmentally sustainable passenger systems, we will develop 7 high-speed rail corridors between cities as growth connectors, namely Mumbai to Pune, Pune to Hyderabad, Hyderabad to Bengaluru, Hyderabad to Chennai, Chennai to Bengaluru, Delhi to Varanasi, Varanasi to Siliguri. പടിഞ്ഞാറൻ, തെക്കൻ, വടക്കൻ, കിഴക്കൻ മേഖലകളെ ഒരുമിപ്പിക്കാനും വ്യാവസായിക കേന്ദ്രങ്ങൾ, സാങ്കേതിക വിദ്യാ കേന്ദ്രങ്ങൾ, തീർത്ഥാടന നഗരങ്ങൾ എന്നിവയെ വേഗതയേറിയതും കൂടുതൽ സംയോജിതവുമായ ശൃംഖലയിലേക്ക് കൊണ്ടുവരാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. മുൻകാല റെയിൽവേ നവീകരണങ്ങൾ മെട്രോ ടു മെട്രോ ബന്ധങ്ങളിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ പദ്ധതി ബോധപൂർവം ഇടത്തരം നഗരങ്ങളെ കേന്ദ്രീകരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രമേഹം, ക്യാൻസർ ഉൾപ്പെടെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് താങ്ങാനാവുന്ന ചികിത്സ ഉറപ്പാക്കുകയാണ് 2026 കേന്ദ്ര ബജറ്റിലെ ആരോഗ്യ മുൻഗണന. മരുന്നുകളുടെ വില കുറയ്ക്കാനും ചികിത്സാ ചെലവ് ലഘൂകരിക്കാനും ലക്ഷ്യമിട്ട നിർണായക പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത്. പ്രമേഹം, ക്യാൻസർ ഉൾപ്പെടെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങൾക്കുള്ള താങ്ങാനാവുന്ന ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് 2026 കേന്ദ്ര ബജറ്റിലെ ആരോഗ്യ സംരക്ഷണ മുൻഗണനയെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. തന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റ് പ്രസംഗത്തിനിടെയായിരുന്നു മന്ത്രിയുടെ നിർണായക പ്രഖ്യാപനം. ഇതിന്റെ ഭാഗമായി പ്രമേഹം, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചികിത്സകളും മരുന്നുകളും കൂടുതൽ വില കുറഞ്ഞതാകുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ആരോഗ്യ മേഖലയിൽ ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി 17 മരുന്നുകൾക്ക് അടിസ്ഥാന കസ്റ്റംസ് തീരുവ പൂർണ്ണമായും ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതോടൊപ്പം പ്രത്യേക മെഡിക്കൽ ആവശ്യങ്ങൾക്കായി വ്യക്തിഗതമായി ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്കും ഭക്ഷണ വസ്തുക്കൾക്കും തീരുവ ഒഴിവാക്കുന്ന പട്ടികയിലേക്ക് 7 രോഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി. ഇതോടെ ഗുരുതര രോഗങ്ങൾ ബാധിച്ച രോഗികൾക്ക് ചികിത്സാ ചെലവ് ഗണ്യമായി കുറയുമെന്നാണ് വിലയിരുത്തൽ.
ഇന്ത്യയിൽ അമിതവണ്ണം ആശങ്കാജനകമായി വർദ്ധിച്ചു വരുന്നതായും ഇത് പൊതുജനാരോഗ്യത്തിന് വലിയ വെല്ലുവിളിയായി മാറുന്നതായും സാമ്പത്തിക സർവേ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്ന നടപടികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയെന്ന് ധനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ആരോഗ്യ മേഖലയ്ക്കായി 5 പ്രാദേശിക മെഡിക്കൽ ഹബ്ബുകൾ സ്ഥാപിക്കുമെന്നും ഇതിലൂടെ മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്നതായി അവർ വ്യക്തമാക്കി. മാനസികാരോഗ്യ രംഗത്തും സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുമെന്ന് ധനമന്ത്രി അറിയിച്ചു. ഉത്തരേന്ത്യയിൽ ഒരു വലിയ മാനസികാരോഗ്യ സ്ഥാപനം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി നിംഹാൻസ് 2.0 സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചു. ഇതിലൂടെ മാനസികാരോഗ്യ ചികിത്സ, ഗവേഷണം, പരിശീലനം എന്നിവയിൽ രാജ്യത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. മൊത്തത്തിൽ 2026 ബജറ്റിലെ ആരോഗ്യ പ്രഖ്യാപനങ്ങൾ രോഗികൾക്ക് ആശ്വാസവും പൊതുജനാരോഗ്യ മേഖലയ്ക്ക് പുതിയ ദിശയും നൽകുന്നതായാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് MyFin TV. എയിംസ് മോഡലിൽ ആയുർവേദ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനം. ഗവേഷണത്തിനും മറ്റുമായി 3 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. ജനങ്ങളുടെ മാനസികാരോഗ്യം മുന്നിൽ കണ്ട് നിംഹാൻസിന്റെ മറ്റൊരു കേന്ദ്രം ഉത്തരേന്ത്യയിലും ആരംഭിക്കും. ആയുഷ് ഫാർമസികൾ, ആയുർവേദ മരുന്ന് ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റിൽ പറഞ്ഞത്. ഗവേഷണത്തിനും മറ്റുമായി 3 അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. ആയുർവേദ വിദ്യാഭ്യാസം, ഗവേഷണം എന്നിവയെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കുന്നതിനും ഫാർമസികളിലൂടെ ആധുനികവൽക്കരണത്തിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ നിലവാരത്തിലുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനും സഹായിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. Ayurveda gained a similar global acceptance and recognition. Exporting quality Ayurveda products helps farmers who grow the herbs and youth who process the products. To meet growing global demand, a few more steps are being taken. I propose to 1. Set up 3 new All India Institutes of Ayurveda. 2. Upgrade Ayush pharmacies and drug testing labs for higher standards of certification ecosystem. ഈ രംഗത്ത് കൂടുതൽ വിദഗ്ധരായ തൊഴിലാളികളുടെ സേവനവും ലഭ്യമാക്കും. മരുന്നുചെടികൾ വളർത്തുന്നവർക്കും സംസ്കരിക്കുന്നവർക്കും സഹായ പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ജനങ്ങളുടെ മാനസികാരോഗ്യം മുന്നിൽ കണ്ട നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസിന്റെ മറ്റൊരു കേന്ദ്രം ഉത്തരേന്ത്യയിൽ ആരംഭിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. ആരോഗ്യരംഗം ഇന്ന് നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ജനങ്ങളുടെ മാനസികാരോഗ്യമെന്ന് 2026 എക്കണോമിക് സർവേയിൽ വ്യക്തമാക്കിയിരുന്നു. സോഷ്യൽ മീഡിയ കാരണമുള്ള ഉത്കണ്ഠ, ഡിപ്രഷൻ, സൈബർ ബുള്ളിയിങ് എന്നിവ വലിയ വെല്ലുവിളിയാകുന്നുണ്ടെന്ന പഠന റിപ്പോർട്ടും എക്കണോമിക് സർവേയിലുണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്താണ് പുതിയ നിംഹാൻസിലുള്ള പ്രവർത്തനം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് MyFin TV. 3ാം മോദി സർക്കാരിൻ്റെ 3ാം ബജറ്റിൻ്റെ വിശകലനങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം നമ്മളോടൊപ്പം ചേരുന്ന ശ്രുതിയാണ് നമ്മളോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. ശ്രുതി, ബജറ്റ് പ്രഖ്യാപനങ്ങൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 4.3% ധനക്കമ്മി, 12.2 ലക്ഷം കോടി രൂപയുടെ കാപ്പെക്സ്, കർഷകരുടെ വരുമാന വർധനവ്. ഇന്ത്യയെ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കാനുള്ള കൃത്യമായ ബ്ലൂ പ്രിന്റാണോ ഈ ബജറ്റ്? ഇത് വികസിത് ഭാരതിലേക്ക് വഴി തുറക്കുമോ? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുക, അതോടൊപ്പം ദീർഘകാലത്തേക്ക് നോക്കുകയാണെങ്കിൽ 2047 വികസിത ഭാരത സ്വപ്നം സഫലീകരിക്കുക, ഈ 2 കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന ബജറ്റ് പ്രഖ്യാപനങ്ങളാണ് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ നടത്തിയിട്ടുള്ളത്. ഇപ്പൊ ഇതിന്റെ പ്രധാന വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആവർത്തിക്കുന്ന ധനപരമായ അച്ചടക്കം അഥവാ സാമ്പത്തിക അച്ചടക്കം ഇത്തവണയും പിന്തുടരുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തവണത്തെ ധനക്കമ്മി ലക്ഷ്യമായി പറഞ്ഞിരിക്കുന്നത് 4.3%. ഇത്തരത്തിൽ ധനക്കമ്മി കുറച്ചു കൊണ്ടുവരുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കും. കാരണം ധനക്കമ്മി കുറച്ചു കൊണ്ടുവരുന്ന രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര നിക്ഷേപകർക്ക് വിശ്വാസ്യത കൂടും. ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് പണപ്പെരുപ്പം നിയന്ത്രിക്കാനും രൂപയുടെ മൂല്യത്തിലുള്ള ചാഞ്ചാട്ടം കുറച്ച് രൂപയ്ക്ക് ഒരു സ്ഥിരത കൈവരിക്കാനും സഹായിക്കും. അതുപോലെ തന്നെ ധനമന്ത്രി എടുത്തു പറഞ്ഞ ഒരു കാര്യം കാപ്പെക്സിലുള്ള വർധനവാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 12.2 ലക്ഷം കോടി രൂപയാണ് ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതും നമ്മുടെ വിപണിയിലെ പണലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. ഒപ്പം തന്നെ റോഡും ഹൈസ്പീഡ് റെയിലുകളും ജലപാതകളും വരുന്നതോടുകൂടി നമ്മുടെ ലോജിസ്റ്റിക്സ് ചെലവുകൾ കുറയുകയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത ഉറപ്പാക്കുകയും ചെയ്യും. ഇതും ഇന്ത്യയുടെ GDP ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്.
മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റാനുള്ള ഒരു ദീർഘകാല പദ്ധതിയാണ്. ചിപ്പ് നിർമ്മാണത്തിനും ബയോ ഫാർമയ്ക്കും ഒക്കെ കോടിക്കണക്കിന് രൂപ ഇത്തവണത്തെ ബജറ്റിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുകയും കയറ്റുമതി രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാനും വേണ്ടി ലക്ഷ്യമിട്ടിട്ടുള്ള ചെയ്യുന്നതാണ്. ഇതൊന്നും കൂടാതെ ഇത്തവണത്തെ ബജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വളർച്ചയുടെ പങ്കാളികളായി കർഷകരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയുടെ GDP-യിലേക്ക് നോക്കുകയാണെങ്കിൽ 18% ആണ് നമ്മുടെ കാർഷിക മേഖലയിൽ നിന്നുള്ള ഒരു സംഭാവന എന്ന് പറയുന്നത്. പക്ഷെ ജനസംഖ്യയുടെ പകുതിയിലധികം പേരും ആശ്രയിക്കുന്നത് കാർഷിക മേഖലയാണ്. സ്വാഭാവികമായിട്ടും കാർഷിക മേഖലയിലുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ കർഷകരുടെ കൈകളിൽ വരുമാനം വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ GDP ഗ്രോത്തിന് വലിയ സംഭാവന നൽകും. അത് നിർണായകമായ കാര്യമാണെന്നാണ് ഇത്തവണത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ടും പറയുന്നത്. അപ്പൊ ഗ്രാമീണ ഡിമാൻഡ് വർദ്ധിക്കുന്നതാണ് കർഷകരുടെ കയ്യിൽ വരുമാനം വരുമ്പോൾ ആദ്യം സംഭവിക്കുക. അവർ കൂടുതൽ ഉൽപ്പന്നങ്ങൾ, അതായത് ഇപ്പം മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ വാഹനങ്ങളോ ഒക്കെ കൂടുതലായി വാങ്ങും. ഗ്രാമീണ ജനസംഖ്യയും ഇന്ത്യയിൽ കൂടുതലാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ ഗ്രാമീണ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ ഇന്ത്യയിലെ പല വ്യവസായങ്ങൾക്കും ഇതൊരു വളർച്ച എഞ്ചിനാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ FMCG, അതുപോലെ ഓട്ടോ മേഖല. ഇത്തരം FMCG ഉൽപ്പന്നങ്ങളുടെയും ഓട്ടോ മേഖലയിലെയും വിൽപ്പന കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമ്പനികളുടെ ലാഭം ഉയരുകയും ഇത് ഓഹരി വിപണിയിലടക്കം പ്രതിഫലിക്കുകയും ചെയ്യും. അതുപോലെ കർഷകർക്ക് ലാഭം ലഭിക്കുമ്പോൾ അവര് വിത്തുകൾ, വളങ്ങൾ അല്ലെങ്കിൽ ആധുനിക യന്ത്രങ്ങൾ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടുകയും ഇതിന്റെ ഫലമായിട്ട് കാർഷിക മേഖലയിൽ നിന്നുള്ള ഉൽപാദനം വർദ്ധിക്കുകയും ചെയ്യും. ഇങ്ങനെ കാർഷിക മേഖലയിലെ ഉൽപാദനം വർദ്ധിക്കുമ്പോൾ നമുക്ക് ഇന്ത്യയിലെ ആളുകൾക്ക് ആവശ്യമുള്ളതിലധികം ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുകയും അത് നമ്മുടെ കയറ്റുമതിയെ വർദ്ധിപ്പിക്കുകയും ഇത് GDP-യിലേക്ക് വലിയൊരു സംഭാവന ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഇനി ഇത് കാർഷിക മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. കൂടുതൽ ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ കൂടുതലായിട്ട് സജീവമാകും. അതിനൊപ്പം തന്നെ ചരക്ക് നീക്കം സജീവമാവുമ്പോൾ ലോജിസ്റ്റിക് മേഖലയിലും വലിയൊരു വളർച്ചയുണ്ടാകും. ഗ്രാമീണ മേഖലയിലെ ചെറുകിട കച്ചവടക്കാരൊക്കെ വ്യവസായങ്ങളും പച്ചപിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. നല്ല വരുമാനം ലഭിക്കുന്ന കർഷകർ ഉൽപാദനം കൂട്ടുമ്പോൾ വിപണിയുടെ ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യത കൂടും. ഇത് ഭക്ഷ്യ പണപ്പെരുപ്പം കുറയ്ക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. അപ്പൊ പണപ്പെരുപ്പം കുറയുന്നത് സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരതയ്ക്ക് അത്യാവശ്യമാണ്. അപ്പം ചുരുക്കത്തിൽ ഇത്തവണത്തെ ബഡ്ജറ്റ് വലിയൊരു സർപ്രൈസിങ് ഫാക്ടറുകൾ ഒന്നും ഇല്ലെങ്കിലും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരത, ഇന്ത്യയുടെ GDP ഗ്രോത്ത് 2047 കൂടി നമ്മുടെ വികസിത ഭാരത സ്വപ്നം സഫലീകരിക്കണമെങ്കിൽ 8% വളർച്ച, GDP വളർച്ച, വാർഷിക വളർച്ച വേണമെന്നാണ് പറയുന്നത്. ഇതിലേക്ക് എത്താനുള്ള മാർഗമായിട്ടാണ് ഈ ബജറ്റിനെ സർക്കാർ കണ്ടിട്ടുള്ളതെന്നാണ് മനസ്സിലാവുന്നത്. ശ്രുതി, ഈ 60 വർഷം പഴക്കമുള്ള നമ്മുടെ ഇപ്പോഴത്തെ നികുതി നിയമങ്ങളൊക്കെ മാറ്റുകയാണ്. ഈ ഇൻകം ടാക്സ് ആക്ട് 2025 കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ ബജറ്റിലെ സാധാരണക്കാരനുള്ള നികുതി നേട്ടങ്ങൾ എന്തൊക്കെയാണ് ശ്രുതി? അതെ വിവേക് പറഞ്ഞതുപോലെ ഇനി നൂലാമാലകൾ ഇല്ലാത്ത ഒരു പുതിയ ആദായ നികുതി കാലത്തേക്കാണ് സാധാരണക്കാരെല്ലാം നീങ്ങാൻ പോകുന്നത്. 1961 നിലവിൽ വന്ന ടാക്സ് നിയമമാണ് ഇതുവരെ നമ്മൾ പിന്തുടരുന്നത്. ഇനി മുതൽ, അതായത് പുതിയത് ഇൻകം ടാക്സ് ആക്ട് 2025 എന്നുള്ള നിയമം ഈ സാമ്പത്തിക വർഷം ആദ്യം, അതായത് ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരുമെന്നാണ് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ വ്യക്തമാക്കിയത്. അപ്പം ഇത് പോകുന്നത് ഈ പഴയ ടാക്സ് മാറുന്നതിനൊപ്പം നമ്മൾക്ക് കിട്ടുന്ന കുറെ ബെനിഫിറ്റുകളുണ്ട്. ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് കൂടുതൽ ലളിതവും വ്യക്തവുമായ ഇൻകം ടാക്സ് ആക്ട് ആണ് വരുന്നത്. ആളുകൾക്ക് സങ്കീർണമായ പദങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള നൂലാമാലകളോ ഒന്നും അവരെ നേരിടേണ്ടി വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇത്തവണത്തെ ബജറ്റിൽ 4 പ്രധാന പ്രഖ്യാപനങ്ങൾ കൂടി സാധാരണക്കാർക്കായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് അപകട ഇൻഷുറൻസ് ക്ലെയിമിനുള്ള ലഭിക്കുന്ന തുകയുടെ പലിശയ്ക്ക് TDS ഇനി ഇല്ല, ഇത് പൂർണ്ണമായും നിർത്തലാക്കി എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ അറിയാം, യുവാക്കളൊക്കെ കൂടുതലായിട്ടും വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്ന ആളുകളാണ്. അപ്പൊ വിദേശ ടൂർ പാക്കേജുകളുടെ TCS നിരക്ക് എന്ന് പറയുന്നത് 5% മുതൽ 20% വരെയൊക്കെ ആയിരുന്നു. ഇനി അത് 2% മാത്രം
വരുള്ളൂ, നമ്മൾ 2% മാത്രം നൽകിയാൽ മതി എന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിദേശത്ത് പഠിക്കാനോ അല്ലെ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് അയക്കുമ്പോഴുള്ള പണത്തിന്റെ TCSഉം 5% നിന്ന് 2% വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇനി ചെറുകിട നികുതിദായകർക്ക് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇനി TDS കുറയ്ക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെ നേരിൽ കാണുകയോ അവർക്ക് അപേക്ഷ കൊടുക്കുകയോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും നേരിടണ്ട. ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ സംവിധാനങ്ങളിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പോൾ ഓൺലൈനായിട്ട് മാത്രം നമ്മൾ അപേക്ഷ നൽകി അത് വെരിഫൈ ചെയ്ത് അതിന് അപ്രൂവൽ കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇത്തരത്തിൽ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുകയാണെന്ന് കൂടി ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പുതിയ ആദായ നികുതി വരുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്. ശ്രുതി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സ്കീം അത് ലളിതമാക്കിയിരിക്കുകയാണ്. ഇത് ലളിതമാക്കുക വഴി പ്രവാസികൾക്കും വിദേശ നിക്ഷേപകർക്കും വിദേശ പണം ഇന്ത്യയിൽ എത്തിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയല്ലേ? ഓഹരി വിപണിക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും കരുത്ത് പകരുന്ന ഒരു പ്രഖ്യാപനമാണ് ഇന്ന് ധനമന്ത്രി നടത്തിയിട്ടുള്ളത്. വിദേശ നിക്ഷേപകർക്ക് ഇനി നേരിട്ട് ഇന്ത്യൻ വിപണിയിൽ ഇടപാട് നടത്താം എന്നുള്ളതാണ് അത്. ഇതിനു വേണ്ടിയിട്ട് ധനമന്ത്രി പറയുന്നത് RBI കൊണ്ടുവന്നിട്ടുള്ള പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന്റെ ചട്ടക്കൂടുകൾ ലളിതമാക്കും എന്നാണ്. ഇതുവരെ നമുക്കറിയാം വിദേശ നിക്ഷേപകർക്ക് ഈ വലിയ സ്ഥാപനങ്ങൾ വഴി മാത്രമാണ് അല്ലെങ്കിൽ വിദേശ സ്ഥാപനങ്ങൾ വഴി മാത്രമാണ് ഇന്ത്യയിൽ നിക്ഷേപം കഴിഞ്ഞിരുന്നുള്ളൂ. എങ്കിൽ ഇനി മുതൽ അതിന്റെ ആവശ്യമില്ല, നേരിട്ട് തന്നെ ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപം ഇറക്കാം എന്നാണ് പറയുന്നത്. ഇതിന് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന്റെ നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇത് ഇത്തരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് ഒരു പരിധി വരെയെങ്കിലും വിദേശ നിക്ഷേപം ആകർഷിക്കപ്പെടുമെന്നാണ് കരുതുന്നത്. നമ്മളിപ്പം നിലവിൽ ഓഹരി വിപണി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് വിദേശ നിക്ഷേപകരുടെ വലിയ രീതിയിലുള്ള പിൻവാങ്ങലുകളാണ്. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കാണാനായിട്ടുള്ള മാർഗമായിട്ടാണ് ഈ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന്റെ ചട്ടക്കൂടുകൾ ലളിതവൽക്കരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം മന്ത്രി പറഞ്ഞതനുസരിച്ച് ഇനി മുതൽ ഒരു വിദേശ വ്യക്തിക്ക് ഇന്ത്യൻ കമ്പനിയിൽ നിക്ഷേപിക്കാനുള്ള പരിധി നേരത്തെ 5% അത് ഇനി 10% ഉയർത്തി എന്നാണ്. അതുപോലെ ഒരു കമ്പനിയിൽ ഇത്തരം എല്ലാ നിക്ഷേപകർക്കും കൂടി നിക്ഷേപിക്കാവുന്ന ആകെ പരിധി 10% അത് 24%, അതായത് ഇരട്ടിയിലധികമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് വലിയ രീതിയിൽ വിദേശ പണം എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ സങ്കീർണമായ നിയമ കുരുക്കുകളെല്ലാം ഒഴിവാക്കി സാധാരണ പ്രവാസികൾക്കും വിദേശികൾക്കും ഓഹരി വിപണിയുടെ ഭാഗമാവാനും സാധിക്കും. കൂടുതൽ നിക്ഷേപകർ വരുന്നതോടുകൂടി ഓഹരി വില സ്ഥിരത ആർജിക്കുകയും അല്ലെങ്കിൽ വിലകൾ മെച്ചപ്പെടുകയും വിപണിക്ക് കൂടുതൽ സ്ഥിരത ലഭിക്കും എന്നുമാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനത്തെക്കുറിച്ച് അനലിസ്റ്റുകളും വ്യക്തമാക്കുന്നത്. വ്യക്തമാണ് ശ്രുതി. വിശദാംശങ്ങൾ നൽകിയത് ബിസിനസ് ഡെസ്കിൽ നിന്നും ശ്രുതിയാണ്. ഇനി നമുക്ക് മറ്റ് അതായത് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന് ഇത്തവണയും നിരാശയാണ് ഫലം. ഈ കേരളത്തിന് ഇത്തവണ എയിംസും ഇല്ല. സംസ്ഥാനം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വേഗറയിൽ ഇടനാഴിയും കേരളത്തിനില്ല. അതേസമയം ഖനനത്തിനായുള്ള പ്രത്യേക ഇടനാഴി പദ്ധതിയിൽ കേരളം ഇടം നേടിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണത്തെ ബജറ്റിൽ കേരളം ഏറെ പ്രതീക്ഷയോടെ എന്തൊക്കെയാണ് കാത്തിരുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ പ്രതിനിധി തുളസി ചേരുന്നുണ്ട്. തുളസി, ഇത്തവണത്തെ ബജറ്റിൽ കേരളം പ്രതീക്ഷിച്ചത് എന്തൊക്കെയാണ്, അതുപോലെ ലഭിച്ചതും എന്തൊക്കെയാണ്? കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നു എന്ന വാക്കിന് ഒരു പുതുമ നഷ്ടപ്പെട്ടു എന്നാണ് ആദ്യം പറയേണ്ടത്. മോദി സർക്കാരിൻ്റെ മൂന്നാമത്തെ കേന്ദ്ര ബജറ്റ് അവതരണത്തിൽ ഇത്തവണയും കേരളത്തിന് നിരാശയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതിവേഗ റെയിൽപാത, എയിംസ് തുടങ്ങിയ കേരളം പ്രതീക്ഷിച്ച പല പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല എന്നതാണ് കേരളത്തിന് വേണ്ടി. കേരളം മുന്നോട്ട് വെച്ച 29-ലധികം ആവശ്യങ്ങൾ നേരത്തെ തന്നെ സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്രത്തിന് മുന്നിൽ വച്ചിരുന്നു. അതിൽ എയിംസ് ഉണ്ടായിരുന്നു, 21,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഉണ്ടായിരുന്നു, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇടനാഴി ഉണ്ടായിരുന്നു, റെയർ എർത്ത് കോറിഡോർ ഉണ്ടായിരുന്നു, മനുഷ്യ മൃഗ സംഘർഷം കുറയ്ക്കാനും കൃഷിനാശം തടയാനും 1000 കോടിയുടെ പദ്ധതി തുടങ്ങി
29ഓളം ആവശ്യങ്ങളായിരുന്നു ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്രത്തിന്റെ മുന്നിലേക്ക് വെച്ചത്. എന്നാൽ ആകെ പ്രധാനപ്പെട്ടത് കേരളത്തിന് ലഭിച്ചു എന്ന് പറയേണ്ടത് റെയർ എർത്ത് കോറിഡോർ മാത്രമാണ്. ധാതു ഇടനാഴി കേരളമടക്കം 4 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുള്ള ധാതു ഇടനാഴിയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നത്തെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചത്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളെയാണ് ഈ പദ്ധതിക്കായി പരിഗണിച്ചിരിക്കുന്നത്. ധാതു സമ്പുഷ്ടമായ ഈ സംസ്ഥാനങ്ങളിൽ ധാതു ഖനനം, സംരക്ഷണം അടക്കം ലക്ഷ്യമിടുന്ന അടക്കം വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ 2.0 സെമി കണ്ടക്ടർ മിഷന്റെ ഭാഗമായാണ് ധാതു ഇടനാഴി എന്നൊരു പദ്ധതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുളസി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എയിംസ്, അതിവേഗ റെയിൽ എന്നിവ ഇത്തവണത്തെ ബജറ്റിൽ കേരളത്തിന് ഉണ്ടാകുമെന്ന ഉറപ്പ് കേരളത്തിലെ BJP ഘടകം നേരത്തെ തന്നെ നൽകിയിരുന്നു. അതെല്ലാം പാഴായി എന്നല്ലേ കരുതേണ്ടത്? തീർച്ചയായും എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തൃശ്ശൂർ MP ഇപ്പോഴത്തെ തൃശ്ശൂർ MP കേന്ദ്ര സഹമന്ത്രിയായിരുന്ന സുരേഷ് ഗോപി, അദ്ദേഹം തൃശ്ശൂർ MP ആയതിനു ശേഷം തൃശ്ശൂരിൽ എയിംസ് കൊണ്ടുവരും, കോഴിക്കോട് എയിംസ് കൊണ്ടുവരും, അല്ലെങ്കിൽ ആലപ്പുഴയിൽ കൊണ്ടുവരും തുടങ്ങി വിവിധ ഉറപ്പുകൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ സംസ്ഥാനത്തിന് നൽകിയിരുന്നു. അതുപോലെ തന്നെ വർഷങ്ങളായി കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന ഒന്നാണ് എയിംസ് പ്രഖ്യാപനം, കേരളത്തിൽ ഒരു എയിംസ് എന്നത്. എന്നാൽ ഇതൊക്കെ തന്നെ കാറ്റിൽ പറത്തിയുള്ള പ്രഖ്യാപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എയിംസ് സ്ഥലത്തിന്റെ ലിസ്റ്റ് നേരത്തെ കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു. ഇത് നൽകിയിട്ട് കൂടി അതിൽ തന്നെ പല കടമ്പകൾ കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെട്ടതായി സംസ്ഥാന വ്യവസായ മന്ത്രി P രാജീവ് ആരോപിക്കുന്നുണ്ട്. ആദ്യം 3 സ്ഥലങ്ങളുടെ ലിസ്റ്റാണ് കേരളം കേന്ദ്രത്തിന് നൽകിയത്. പിന്നീട് അതിനുശേഷം ഒറ്റ സ്ഥലമായി ലിസ്റ്റ് നൽകാൻ കേന്ദ്രം ആവശ്യപ്പെടുകയുണ്ടായി. അതും നൽകിയപ്പോൾ പിന്നീട് സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം അടക്കം ഉറപ്പാക്കണമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വന്ന നിർദ്ദേശം. ഈ ആവശ്യങ്ങളൊക്കെ തന്നെ അംഗീകരിച്ച് കിനാലൂരിലെ സ്ഥലമാണ് വ്യവസായ വകുപ്പ് ആരോഗ്യ വകുപ്പിന് കൈമാറുകയും ചെയ്തിരുന്നു. എന്നിട്ടും എയിംസ് അനുവദിച്ചു നൽകുന്നതിൽ കേന്ദ്രം ഉദാസീനത കാട്ടുന്നു എന്നാണ് സംസ്ഥാന വ്യാവസായിക വകുപ്പ് മന്ത്രി P രാജീവിന്റെ ആരോപണം. അതുപോലെ തന്നെയാണ് കേന്ദ്രത്തിന്റെ നാളുകളായുള്ള ഒരു ആവശ്യമായിരുന്നു അതിവേഗ റെയിൽ എന്നത്. ഇവിടെയും കേന്ദ്രത്തിന്റെ അവഗണന തുടരുകയാണ്. കേന്ദ്ര റെയിൽ ഇടനാഴി 7 എണ്ണം പ്രഖ്യാപിച്ചിട്ട് കൂടി അതിൽ കേരളമില്ല. തമിഴ്നാട് വരെ എത്തി റെയിൽ ഇടനാഴി, എന്നിട്ടും കേരളത്തിനൊരു അവസരം. തുളസി, വ്യക്തമാണ് കേരളത്തിന് വളരെ നിരാശാജനകമാണ് ഈ ബജറ്റ് എന്ന് തന്നെയാണ് പൊതുവിലയിരുത്തൽ. അതോടൊപ്പം തന്നെ കേരളം ഏറെ കാലമായി ആവശ്യപ്പെട്ടിരുന്ന പല പദ്ധതികളും കേരളത്തിന് ലഭിച്ചില്ല എന്നുള്ളൊരു നിരാശയുണ്ട്. കടലാമ പോലുള്ള പദ്ധതികൾ പ്രതിപക്ഷം ഉൾപ്പെടെ ഉള്ളവർ ഒരു കളിയാക്കൽ രീതിയിലൊക്കെ ഇപ്പം പുറത്ത് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും കേരളത്തിന് നിരാശയാണ് ബജറ്റ്. നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് പോകാം. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന് ഇത്തവണയും നിരാശയാണ് ബലം. കേരളത്തിന് ഇത്തവണയും എയിംസ് ഇല്ല. സംസ്ഥാനം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വേഗറയിലും ഇടനാഴിയും കേരളത്തിനില്ല. അതേസമയം ഖനനത്തിനായുള്ള പ്രത്യേക ഇടനാഴി പദ്ധതിയിൽ കേരളം ഇടം നേടി. ഇന്ത്യയെ ലോകത്തിലെ കായിക ശക്തിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഖേലോ ഇന്ത്യ മിഷൻ കൂടുതൽ കരുത്തോടെ ആരംഭിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ ഗ്രാസ് റൂട്ട് തലം മുതൽ ആരംഭിക്കുക, കായിക ഉപകരണങ്ങളുടെ നിർമ്മാണം, സ്പോർട്സ് സയൻസ്, ഗവേഷണം എന്നിവയിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കായിക മന്ത്രാലയത്തിനുള്ള വിഹിതം ഏകദേശം 3794 കോടി രൂപയായി ഉയർത്തി. ഇതിൽ 1000 കോടി രൂപ ഖേലോ ഇന്ത്യ പദ്ധതിക്ക് മാത്രമായി നീക്കിവച്ചു. സാരനാഥ്, ഹസ്തിനാപുരം ഉൾപ്പെടെ ഇന്ത്യയിലെ 15 പുരാവസ്തു പൈതൃക കേന്ദ്രങ്ങളെ ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി വികസിപ്പിക്കും. ഉത്തർപ്രദേശിലെ സാരനാഥ്, ഹസ്തിനാപുരം എന്നിവയെ വൈബ്രന്റ് കൾച്ചറൽ ഡെസ്റ്റിനേഷനുകളാക്കി മാറ്റും. ഇത് പ്രാദേശിക ടൂറിസത്തിന് വൻ കുതിപ്പ് നൽകും. രാജ്യത്തെ സുപ്രധാന സ്ഥലങ്ങളെയും പൈതൃക കേന്ദ്രങ്ങളെയും ഡിജിറ്റലായി രേഖപ്പെടുത്തുന്നതിനായി ഒരു ഡിജിറ്റൽ നോളേജ് ഗ്രിഡ് സ്ഥാപിക്കും. പ്രാദേശിക ഗവേഷകർ, ചരിത്രകാരന്മാർ, സാങ്കേതിക പങ്കാളികൾ എന്നിവർക്കായി പുതിയ തൊഴിൽ മേഖലകൾ ഇത് തുറന്നു നൽകും. ഓരോ പ്രദേശത്തെയും ചരിത്രപരവും സാംസ്കാരികവുമായ വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ആഗോളതലത്തിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, MyFin TV. സമുദ്രഭക്ഷ്യ കയറ്റുമതി മേഖലയ്ക്ക് വലിയ ആശ്വാസമായി കേന്ദ്ര ബജറ്റ്. സമുദ്രഭക്ഷ്യ കയറ്റുമതിക്കായി ഉപയോഗിക്കുന്ന പ്രോസസ്സിംഗ് ഇൻപുട്ടുകളുടെ ഡ്യൂട്ടി ഫ്രീ ഇറക്കുമതി പരിധി ഉയർത്തിയതോടെ ഇന്ത്യൻ കയറ്റുമതിയുടെ മത്സരക്ഷമത മെച്ചപ്പെടുമെന്നാണ് വ്യവസായ സംഘടനകളുടെ വിലയിരുത്തൽ.
സമുദ്രഭക്ഷ്യ കയറ്റുമതിക്കായി ഉപയോഗിക്കുന്ന 18 പ്രോസസിംഗ് ഇൻപുട്ടുകൾക്ക് ഡ്യൂട്ടി ഫ്രീ ഇറക്കുമതി അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരിധി വർദ്ധിപ്പിച്ചു. FOB മൂല്യത്തിന്റെ 1% പരിധി 3% ഉയർത്തിയത്. ബാറ്റർ, ബ്രൈഡ് ക്രംസ്, സിട്രിക് ആസിഡ്, ഫുഡ് അഡിക്റ്റീവുകൾ ഉൾപ്പെടെയുള്ള പ്രധാന പ്രോസസിംഗ് വസ്തുക്കൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. ഈ നീക്കം പ്രോസസിംഗ് ചെലവ് കുറയ്ക്കുകയും ഇന്ത്യൻ സമുദ്രഭക്ഷ്യ കയറ്റുമതിയുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. 2025 കേന്ദ്ര ബജറ്റിലാണ് ഈ പദ്ധതി ആദ്യമായി അവതരിപ്പിച്ചത്. പരിധി വർദ്ധിപ്പിച്ചത് മൂല്യവർദ്ധിത സമുദ്രഭക്ഷ്യ കയറ്റുമതിക്ക് വലിയ ഉണർവ് നൽകും. ബജറ്റ് നടപടികൾ വിതരണ ശൃംഖലയുടെ സാമ്പത്തിക ഘടനയെ നേരിട്ട് ബാധിക്കുമെന്നും വിലയിരുത്തലുണ്ട്. ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലും ഉയർന്ന കടലിലും പിടിക്കുന്ന മത്സ്യങ്ങൾക്ക് ഡ്യൂട്ടി ഒഴിവാക്കുകയും വിദേശ തുറമുഖങ്ങളിൽ ലാൻഡ് ചെയ്യുന്ന മത്സ്യം കയറ്റുമതിയെ കണക്കാക്കുകയും ചെയ്ത തീരുമാനം സംഘടിത സമുദ്ര വ്യവസായത്തിന് പുതിയ സാധ്യതകൾ തുറക്കുമെന്നും വിലയിരുത്തുന്നു. ഏകദേശം $600 ബില്യൺ മൂല്യമുള്ള ആഗോള സമുദ്രഭക്ഷ്യ വിപണിയിൽ ഇന്ത്യക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നാണ് വ്യവസായ രംഗത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, MyFin TV. സമുദ്രഭക്ഷ്യ കയറ്റുമതിക്കായി ഉപയോഗിക്കും കാർഷിക മേഖലയ്ക്ക് ഒട്ടേറെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും അതിനൊരു വലിയ വിശദാംശങ്ങളുണ്ട്. നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്നും അശ്വതി അശോക് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അശ്വതി, കർഷകർക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതികളാണോ ഇന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്? കർഷകരുടെ വരുമാനം ഇരട്ടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2026 കേന്ദ്ര ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് വൻ പ്രഖ്യാപനങ്ങളാണ് കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചത്. പരമ്പരാഗത കൃഷികൾക്കൊപ്പം ഉയർന്ന വിപണി മൂല്യമുള്ള വിളകൾക്ക് പ്രാധാന്യം നൽകുന്ന പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. കർഷകർ, കന്നുകാലി കർഷകർ, ഗ്രാമീണർ എന്നിവർക്കായി ബജറ്റിൽ നിരവധി പ്രഖ്യാപനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാളികേര കൃഷിക്ക് പുത്തനുണർവ് നൽകുന്ന പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നാളികേര ഉൽപ്പാദകരായ ഇന്ത്യയിൽ തെങ്ങ് കൃഷി ആശ്രയിച്ച് കഴിയുന്ന കോടിക്കണക്കിന് ആളുകൾക്ക് ആശ്വാസകരമാകുന്ന പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. 10 ദശലക്ഷം കർഷകർ നാളികേരത്തെ ആശ്രയിച്ചാണ് ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. നാളികേര ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുന്നതിനും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പ്രത്യേക പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. കോക്കനട്ട് പ്രൊമോഷൻ സ്കീം എന്ന പേരിൽ 10 മില്യൺ കർഷകർക്ക് ഗുണകരമാകുന്ന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ തെങ്ങുകൾ മാറ്റി ഉയർന്ന വിളവ് നൽകുന്ന പുതിയ ഇനങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിന് സർക്കാർ സഹായം നൽകും. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ തെങ്ങ് കർഷകർക്ക് ഇത് വലിയ ആശ്വാസമാകും. അതേപോലെ തന്നെ ചന്ദനമരങ്ങളുടെ കൃഷിക്കും സംസ്കരണത്തിനുമായി സംസ്ഥാനങ്ങൾക്ക് കൈകോർക്കുന്ന പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായ രീതിയിൽ ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും സംസ്കരണത്തിനുമായി സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കും. ആഗോള വിപണിയിൽ ഇന്ത്യൻ കൊക്കോയെയും കശുമാവിനെയും മികച്ച ബ്രാൻഡുകളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അശ്വതി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സമുദ്ര ഭക്ഷ്യ കയറ്റുമതി മേഖലയ്ക്കുള്ളതാണ്. എന്തൊക്കെ നേട്ടമാണ് സമുദ്ര ഭക്ഷ്യ കയറ്റുമതി മേഖലയ്ക്ക് ഈ ബജറ്റ് കൊണ്ടുണ്ടായത്? മാത്രമല്ല, മത്സ്യബന്ധന മേഖലയ്ക്ക് പ്രഖ്യാപിച്ച ഇളവുകൾ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഏതൊക്കെ രീതിയിൽ ഗുണകരമാകും? സമുദ്ര ഭക്ഷ്യ കയറ്റുമതിക്കായി ഉപയോഗിക്കുന്ന 18 പ്രോസസിംഗ് ഇൻപുട്ടുകൾക്ക് ഡ്യൂട്ടി ഫ്രീ ഇറക്കുമതി അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരിധി വർദ്ധിപ്പിച്ചു. FOB മൂല്യത്തിന്റെ 1% പരിധി 3% ഉയർത്തിയത്. അതേപോലെ ബാറ്റർ, ഫ്രൈ ക്രംസ്, സിട്രിക് ആസിഡ്, ഫുഡ് ആക്ടിവിറ്റികൾ പോലുള്ള പ്രധാന പ്രോസസിംഗ് വസ്തുക്കൾക്കെതിരെ ഗുണം ലഭിക്കുന്നതാണ്. ബജറ്റിലെ നടപടികൾ വിതരണ ശൃംഖലയുമായി സാമ്പത്തിക ഘടനയെ നേരിട്ട് ബാധിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലും ഉയർന്ന കടലിലും പിടിക്കുന്ന മത്സ്യങ്ങൾക്ക് ഡ്യൂട്ടി ഒഴിവാക്കുകയും വിദേശ തുറമുഖങ്ങളിൽ ലാൻഡ് ചെയ്യുന്ന മത്സ്യം കയറ്റുമതിക്കായി കണക്കാക്കുകയും ചെയ്യുന്ന തീരുമാനം സംഘടിത സമുദ്ര വ്യവസായത്തിന് പുതിയ സാധ്യതകൾ തുറക്കുന്നതാണ്. $600 ബില്യൺ മൂല്യമുള്ള ആഗോള സമുദ്ര ഭക്ഷ്യ വിപണിയിൽ ഇന്ത്യക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നാണ് വ്യവസായ ലോകത്തിന്റെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട പ്രതീക്ഷ. വ്യക്തമാണ്. അശ്വതിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ബജറ്റിൽ വളരെ പ്രഖ്യാപനങ്ങളൊക്കെ പല മേഖലകളിൽ ബാധിക്കുന്നുണ്ട്, ഗുണവും ലഭിക്കുന്നുണ്ട്. നമുക്കിനി കാർഷിക വാർത്തകൾ നോക്കാം. രാജ്യത്തെ നാളികേര കർഷകർക്ക് പ്രോത്സാഹനം നൽകുന്ന പുതിയ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. കോക്കനട്ട് പ്രൊമോഷൻ സ്കീം എന്ന പേരിൽ ഇന്ത്യയിലെ നാളികേരത്തെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെയും ആഗോള വിപണിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. എന്നാൽ ഈ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് എത്രമാത്രം നേട്ടമുണ്ടാകുമെന്നതാണ് ഇപ്പോൾ ഉയർന്ന പ്രധാന ചോദ്യം. കോക്കനട്ട് പ്രൊമോഷൻ സ്കീം വഴി ഇന്ത്യയിലെ നാളികേര കൃഷി മേഖലയെ ആഗോളതലത്തിൽ ശക്തിപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. രാജ്യത്താകെ 3 കോടി ആളുകൾ പ്രവർത്തിക്കുന്ന ഈ മേഖലയിലൂടെ ഏകദേശം 1 കോടി കർഷകർക്ക് നേരിട്ട് ഗുണമുണ്ടാകുമെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയത്. നിലവിൽ ഇന്ത്യയിലെ നാളികേര ഉൽപാദനത്തിൽ കർണാടകയാണ് 1ാം സ്ഥാനത്ത്. രാജ്യത്തെ മൊത്തം ഉൽപാദനത്തിന്റെ 28.5% കർണാടകയിൽ നിന്നാണ്. തുംകൂരു, ഹാസൻ ജില്ലകളാണ് പ്രധാന ഉൽപാദന കേന്ദ്രങ്ങൾ. ഉൽപാദനക്ഷമതയിൽ തമിഴ്നാട് മുൻപന്തിയിലാണ്. കോയമ്പത്തൂർ, തിരുപ്പൂർ ജില്ലകളിൽ ആധുനിക കൃഷിരീതികളും ജലസേചന സൗകര്യങ്ങളും ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്.
മുൻകാലങ്ങളിൽ നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിന്നിരുന്ന കേരളം ഇപ്പോൾ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ തെങ്ങുകളുള്ള സംസ്ഥാനം കേരളമായിട്ടും ശാസ്ത്രീയ കൃഷിരീതികളുടെ കുറവും ഉൽപാദനക്ഷമതയിലെ പിന്നാക്കാവസ്ഥയും വെല്ലുവിളിയായി തുടരുന്നു. ആന്ധ്രാപ്രദേശിലെ ഗോദാവരി മേഖലകളും പശ്ചിമ ബംഗാൾ, ഒഡീഷ, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളും നാളികേര ഉൽപാദനത്തിൽ സാന്നിധ്യം ശക്തമാക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പുതിയ കേന്ദ്ര പദ്ധതി കേരളത്തിലെ നാളികേര കർഷകർക്ക് എത്രത്തോളം പ്രയോജനപ്പെടുമെന്നതാണ് ഇപ്പോൾ ഉറ്റുനോക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് MyFin TV. കൃഷി തോട്ടവിള മേഖലയിൽ വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ബജറ്റിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ കശുവണ്ടി, കൊക്കോ, ചന്ദനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്വയം പര്യാപ്തതയും കയറ്റുമതിയും ശക്തിപ്പെടുത്തലാണ് ലക്ഷ്യം. ഇന്ത്യൻ കശുവണ്ടിയെയും കൊക്കോയെയും ആഗോള പ്രീമിയം ബ്രാൻഡുകളാക്കി മാറ്റാൻ പ്രത്യേക പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. അസംസ്കൃത കശുവണ്ടി, തേങ്ങ എന്നിവയുടെ ഉൽപാദനത്തിലും പ്രോസസ്സിംഗിലും ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുന്നതോടൊപ്പം കയറ്റുമതി മത്സരക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. 2030ഓടെ ഇന്ത്യൻ കശുവണ്ടിയും കൊക്കോയും ലോകവിപണിയിൽ ശക്തമായ സാന്നിധ്യമാകുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ഇതിനൊപ്പം ഇന്ത്യയുടെ സാമൂഹ്യ സാംസ്കാരിക പൈതൃകവുമായി അടുത്ത ബന്ധമുള്ള ചന്ദന മേഖലയെയും പുനരുജ്ജീവിപ്പിക്കാൻ നടപടി. ലക്ഷ്യബദ്ധമായ കൃഷിയും കൊയ്ത്താനന്തര പ്രോസസ്സിംഗും പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളുമായി കേന്ദ്രം കൈകോർക്കും. അതേസമയം പഴക്കമുള്ളതും കുറഞ്ഞ വിളവ് തരുന്നതുമായ തോട്ടങ്ങൾ പുതുക്കുകയും വാൽനട്ട്, ബദാം, പൈൻനട്ട് എന്നിവയുടെ ഹൈഡൻസിറ്റി കൃഷി വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന പ്രത്യേക പദ്ധതിക്കും സർക്കാർ പിന്തുണ നൽകും. യുവാക്കളെ ഉൾപ്പെടുത്തി മൂല്യവർധന ഉറപ്പാക്കുന്നതിലൂടെ കർഷക വരുമാനം ഉയർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് MyFin TV. ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. വിദേശത്ത് താമസിക്കുന്നവർക്ക് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നേരിട്ട് നിക്ഷേപിക്കാം. വിദേശത്ത് താമസിക്കുന്ന വ്യക്തികൾക്കും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന പ്രഖ്യാപനമാണ് ധനമന്ത്രി ഇന്ന് നടത്തിയത്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ വിദേശ നിക്ഷേപകർക്കും വിദേശത്ത് താമസിക്കുന്ന വ്യക്തികൾക്കും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന വിപ്ലവകരമായ ഒരു നീക്കമാണ് നിർമ്മല സീതാരാമൻ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദേശികൾക്ക് നേരിട്ടുള്ള ഓഹരി നിക്ഷേപം ഇനി മുതൽ വിദേശത്ത് താമസിക്കുന്ന വ്യക്തികൾക്ക് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സ്കീം വഴി ഇന്ത്യൻ കമ്പനികളുടെ ഇക്വിറ്റി ഓഹരികളിൽ നേരിട്ട് നിക്ഷേപം നടത്താൻ അനുവാദമുണ്ടാകും. ഒരു വിദേശ നിക്ഷേപകന് ഒരു ഇന്ത്യൻ കമ്പനിയിൽ നടത്താവുന്ന നിക്ഷേപ പരിധി 5% നിന്ന് 10% വർദ്ധിപ്പിച്ചു. എല്ലാ വിദേശ നിക്ഷേപകർക്കും കൂടി ഒരു കമ്പനിയിൽ നിക്ഷേപിക്കാവുന്ന ആകെ പരിധി 10% നിന്ന് 24% ഉയർത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് MyFin TV. വിദേശ വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും ചെലവ് കുറയും. വിദേശത്ത് നിക്ഷേപമുള്ളവർക്കും വിദേശത്ത് പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കും ആശ്വാസം. വിദേശത്ത് നിക്ഷേപമുള്ളവർക്കും വിദേശത്ത് പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കും വലിയ ആശ്വാസകരമാകുന്ന പ്രഖ്യാപനമാണ് ധനമന്ത്രി നടത്തിയത്. വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ടുകൾ, ഓഹരികൾ, വസ്തുവകകൾ തുടങ്ങിയവ ആദായ നികുതി റിട്ടേണിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയ നികുതിദായകർക്കായി ധനമന്ത്രി ഒരു പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചു. വിദേശാസ്തികൾ അറിയാതെ വെളിപ്പെടുത്താൻ വിട്ടുപോയവർക്ക് ശിക്ഷാ നടപടികൾ ഇല്ലാതെ അത് ശരിയാക്കാൻ 6 മാസത്തെ സമയം നൽകും. ഇതിലൂടെ വലിയ പിഴകളിൽ നിന്നും കരിനിയമ നടപടികളിൽ നിന്നും നികുതിദായകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. വിദേശ ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും ചെലവ് കുറയും. വിദേശത്തേക്ക് പണം അയക്കുമ്പോൾ ഈടാക്കുന്ന TCS നിരക്കിൽ വലിയ കുറവ് വരുത്തി. പഴയ നിരക്ക് 5% പുതിയ നിരക്ക് 2%. വിദേശത്ത് ഉന്നത പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വിദേശത്ത് പോയി ചികിത്സ തേടുന്നവർക്കും ഇത് വലിയ സാമ്പത്തിക ലാഭമുണ്ടാക്കും. കയ്യിൽ നിന്ന് ആദ്യം നൽകേണ്ടി വരുന്ന അധിക തുക ഇതിലൂടെ കുറയും. ന്യൂസ് ഡെസ്ക് MyFin TV. ഇനി ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ കാണാം. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ പദ്ധതികളുടെ വികസനത്തിനായി 40,000 കോടി രൂപയുടെ പദ്ധതി ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 പ്രഖ്യാപിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കർഷകന് വഴികാട്ടിയാവുന്ന ഭാരത് വിസ്തർ പദ്ധതിയും ബജറ്റിൽ ഇടം നേടി. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ പദ്ധതികളുടെ വികസനത്തിനായി 40,000 കോടി രൂപയുടെ പദ്ധതിയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. സെമി കണ്ടക്ടർ വ്യവസായവുമായി ബന്ധപ്പെട്ട ഗവേഷണം, പരിശീലനം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്നതാകും ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 എന്ന് ധനമന്ത്രി പറഞ്ഞു. ചിപ്പ് നിർമ്മാണത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ, സ്പെഷ്യലൈസ്ഡ് മെറ്റീരിയലുകൾ എന്നിവ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാനും സ്വന്തമായി ഫുൾ സ്റ്റാക്ക് ഡിസൈനുകൾ വികസിപ്പിക്കാനും ഇതുവഴി സാധിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ആഗോള സെമി കണ്ടക്ടർ മത്സരത്തിൽ ഇന്ത്യക്ക് ഊർജ്ജം പകരുന്ന പ്രഖ്യാപനമാണ് ബജറ്റിൽ ഉള്ളതെന്ന് വിലയിരുത്തൽ. കാർഷിക മേഖലയിൽ ഡിജിറ്റൽ വിപ്ലവം ലക്ഷ്യമിട്ട് ഭാരത് വിസ്തർ എന്ന മൾട്ടിലിംഗൽ AI ടൂളും ബജറ്റിൽ അവതരിപ്പിച്ചു. ആധുനിക സാങ്കേതികവിദ്യ സാധാരണ കർഷകന്റെ വിരൽത്തുമ്പിലേക്ക് എത്തിക്കുന്നതിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് സൂചന. Emerging technologies including AI. 21st century is technology driven
Adoption of technology is for the benefit of all people. Farmers in the field, women in STEM, youth keen to upskill, and Divyangjan to access newer opportunities. The government has taken several steps to support new technologies through AI Mission, National Quantum Mission, Anusandhan National Research Fund, and Research and Development and Innovation Fund. യുവതലമുറയുടെ സർഗാത്മകതയ്ക്ക് ചിറക് നൽകുന്ന AVGC ലാബുകളും ബജറ്റിലെ പ്രഖ്യാപനമാണ്. ആനിമേഷൻ, VFX, ഗെയിമിംഗ്, കോമിക്സ്, ലൈവ് കൺസേർട്ടുകൾ, കല, പൈതൃകം തുടങ്ങിയ മേഖലകൾ ഉൾപ്പെടുന്ന ഓറഞ്ച് ഇക്കോണമി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായക സംഭാവന നൽകുമെന്ന് കേന്ദ്ര സർക്കാർ ബജറ്റിൽ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, MyFin TV. മീഡിയ പ്ലാറ്റ്ഫോമായ മോൾട്ട് ബുക്കാണ് ഇപ്പോൾ ഓൺലൈനിലെ ചർച്ചാ വിഷയം. ഇതിന്റെ ഉപയോക്താക്കൾ മനുഷ്യരല്ല, മറിച്ച് AI ഏജന്റുകളാണ് എന്നതാണ് പ്രത്യേകത. AI ഏജന്റുകൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു സോഷ്യൽ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോം എന്നാണ് മോൾട്ട് ബുക്ക് അതിനെ സ്വയം വിശേഷിപ്പിക്കുന്നത്. അവിടെ AI ഏജന്റുകൾ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചർച്ച ചെയ്യുകയും വോട്ടെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നു. മോൾട്ട് ബുക്കിലേക്ക് മനുഷ്യരെ സ്വാഗതം ചെയ്യുകയാണ് ഈ AI ഏജന്റുകൾ. ഇത് ശതകോടീശ്വരൻ ഇലോൺ മസ്ക് പോലുള്ള പ്രമുഖർ ഈ അസാധാരണ വികാസത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പങ്കുവച്ചതോടെയാണ് മോൾട്ട് ബുക്ക് വലിയ ശ്രദ്ധാകേന്ദ്രമായത്. AI അസിസ്റ്റന്റിന്റെ സഹായത്തോടെ ഡെവലപ്പറായ മാറ്റ് ഷ്ലിക്റ്റ് വികസിപ്പിച്ചതാണ് ഈ പ്ലാറ്റ്ഫോം എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനായി താൻ ഒരു വരി കോഡ് പോലും എഴുതിയിട്ടില്ലെന്ന് അദ്ദേഹം ഒരു പോസ്റ്റിൽ അവകാശപ്പെടുന്നു. കൗതുകത്തിന് വേണ്ടി പരീക്ഷണാർത്ഥം ഒരു സൈറ്റ് ആരംഭിക്കുകയും അത് പ്രവർത്തിപ്പിക്കാനായി AI അസിസ്റ്റന്റിനെ കൈമാറുകയുമാണ് ചെയ്തത് എന്നാണ് അവകാശവാദം. ക്ലോഡ്ബർഗ് എന്ന തന്റെ ബോട്ടിനാണ് അദ്ദേഹം ഉത്തരവാദിത്തം നൽകിയിട്ടുള്ളത്. പുതിയ പോസ്റ്റുകളും പുതിയ ഉപയോക്താക്കളെയും ക്ലോഡ്ബർഗ് നിരീക്ഷിക്കും. പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും സ്പാം നീക്കം ചെയ്യുകയും സിസ്റ്റം ദുരുപയോഗം ചെയ്യുന്നവർക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യും. ഈ ജോലികളെല്ലാം ബോട്ട് സ്വയം ചെയ്യുന്നു. ബോട്ട് എന്താണ് ചെയ്യുന്നതെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും സ്വയം പ്രവർത്തിക്കാനുള്ള കഴിവ് മാത്രമാണ് നൽകിയതെന്നും ഷ്ലിക്റ്റ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, MyFin TV. ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കേരളത്തിൽ 12,462 പേർ കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. മരിച്ചവരെയും വിദേശ പൗരത്വം സ്വീകരിച്ചവരെയും താമസം മാറിയവരെയുമാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സംസ്ഥാനത്ത് 12,462 പേർ കരട് പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. SIR തുടങ്ങിയത് മുതൽ സംസ്ഥാനത്ത് 44,46,107 ഫോമുകൾ ലഭിച്ചിട്ടുണ്ടെന്നും 2025 ഒക്ടോബർ 27 മുതൽ 2026 ജനുവരി 30 വരെയുള്ള കണക്കാണിതെന്നും രത്തൻ ഖേൽക്കർ പറഞ്ഞു. മരിച്ചവരെയും വിദേശ പൗരത്വം സ്വീകരിച്ചവരെയും താമസം മാറിയവരെയുമാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ഹിയറിംഗ് തുടരുന്നതിനാൽ കണക്കിൽ വ്യത്യാസം വരുമെന്നും അനർഹരായി കണ്ടെത്തുന്നവരെ ഇനിയും കരട് പട്ടികയിൽ നിന്ന് പുറത്താക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട എതിർപ്പുകളും പരാതികളും അറിയിക്കാനുള്ള സമയപരിധി ജനുവരി 30 അവസാനിച്ചിരുന്നു. കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും 2002 വോട്ടർ പട്ടികയുമായി മാപ്പിംഗ് ചെയ്യാനാവാത്തവരുടെ ഹിയറിംഗ് നടപടികൾ ഫെബ്രുവരി 14 വരെ തുടരും. 2.52 കോടി വോട്ടർമാരാണ് SIR കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത്. 25 ലക്ഷത്തോളം പേരാണ് SIRൽ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായത്. ബൂത്ത് ലെവൽ ഓഫീസർമാർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്തവരെയാണ് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്. ന്യൂസ് ഡെസ്ക്, MyFin TV. രാജ്യത്ത് പാചകവാത സിലിണ്ടറുകളുടെ വില കൂട്ടി. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് അവതരണത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയായിരുന്നു വില വർധനവ്. വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന്റെ വിലയാണ് വർദ്ധിപ്പിച്ചത്. വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 19 കിലോ സിലിണ്ടറിന് കൊച്ചിയിൽ 49 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു സിലിണ്ടറിന് 1,747 രൂപ നൽകേണ്ടി വരും. അതേസമയം ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ മത്സ്യബന്ധന മേഖലയ്ക്കായി പ്രഖ്യാപിച്ച നികുതി അടയ്ക്കുന്നതിൽ ഇനി ടെൻഷൻ വേണ്ടെന്ന് ധനമന്ത്രി. ITR ഫയൽ ചെയ്യാൻ കൂടുതൽ സമയവും വിദേശാസ്തികൾ വെളിപ്പെടുത്താൻ അവസരവും പ്രഖ്യാപിച്ചു. കമ്പനികൾ സ്വന്തം ഓഹരികൾ തിരിച്ചു വാങ്ങുന്ന ബൈബാക്ക് രീതിയിൽ വമ്പൻ മാറ്റം പ്രഖ്യാപിച്ച ധനമന്ത്രി. ബൈബാക്ക് തുക ക്യാപിറ്റൽ ഗെയിൻസായി മാറും. ചെറുകിട സംരംഭങ്ങളെ വൻകിട കമ്പനികളാക്കി മാറ്റാൻ 10,000 കോടി രൂപയുടെ ഗ്രോത്ത് ഫണ്ട് ധനമന്ത്രി പ്രഖ്യാപിച്ചു. ചെറു സംരംഭങ്ങൾക്ക് കരുത്തേകാൻ സെൽഫ് റിലയന്റ് ഇന്ത്യ ഫണ്ടിലേക്ക് 2,000 കോടി രൂപ കൂടി അധികമായി.
ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന്റെ DNA മാറ്റാൻ പോകുന്ന ബജറ്റ് പ്രഖ്യാപനങ്ങളുമായി നിർമ്മല സീതാരാമൻ. വരാനിരിക്കുന്നത് ബാങ്കുകൾ മുതൽ ബോണ്ട് മാർക്കറ്റ് വരെ നീളുന്ന വൻ പരിഷ്കാരങ്ങൾ. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. This program co-sponsored by JMJ Fintech, NPFC listed at BSc. In association with Shalom Mattress, everlasting comfort and durability. കേരളത്തിൽ ഇന്നും വലിയൊരു വിഭാഗം സ്റ്റോക്ക് മാർക്കറ്റിനെ ഗാംബ്ലിംഗ് ആയി മാത്രം കാണുകയാണ്. പലരും ഇൻഫ്ലുവൻസേഴ്സിന്റെയും എക്സ്പേർട്സ് എന്ന് സ്വയം വിളിക്കുന്നവരുടെയും സോഷ്യൽ മീഡിയയിലെ മിസ്ലീഡിംഗ് ടിപ്സ് അനുസരിച്ച് കണ്ണടച്ച് തീരുമാനങ്ങളെടുത്ത് അവസാനം വലിയ നഷ്ടത്തിലേക്ക് വഴുതി വീഴുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയം നേടാനുള്ള നിങ്ങളുടെ